കുട്ടികൾ 8 മണിക്ക് நேரத்துல வீரங்கள்ல அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? தப்பாத்துக்கலாம். ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ്. എല്ലാവരും റെഡി അല്ലേ? നാളെയാണല്ലേ നമ്മളെ ദിവസം എന്ന് പറയുന്നത്, നാളെയാണ്. സോ നമ്മൾ ഇന്ന് ബയോളജി ലാസ്റ്റ് മാരത്തോൺ ആണ്. നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ കണ്ടു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബയോളജിയിലെ 38 ചാപ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കാൻ പോവുകയാണ്. സോ അതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കടന്നു പോകും. നിങ്ങളെ ബ്രഷപ്പ് ചെയ്യും. ഏതാണ്ട് 1000-ഓളം വരുന്ന ക്വസ്റ്റ്യനുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നിങ്ങളെ മുന്നിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് നമ്മൾ 7 മണിക്ക് ലൈവ് വെച്ചതും. നമുക്ക് എന്ത് ചെയ്യണം, വൈകുന്നേരത്തിന് മുന്നേ തന്നെ ഇതൊക്കെ തീർത്തുകൊണ്ട് നിങ്ങൾ ഹൈലി പ്രിപ്പയർഡ് ആയി നിങ്ങൾ നാളെ എന്ത് ചെയ്യണം, നീറ്റ് എഴുതണം. ഇന്ന് രാത്രി എല്ലാവരും നല്ല ഗംഭീരമായൊക്കെ ഉറങ്ങിക്കൊണ്ട് നാളെ നമ്മൾ എന്ത് ചെയ്യും, തകർക്കും. ഓക്കെ, നാളെ 2 മുതൽ 5:20 വരെ വളരെ അലേർട്ട് ആയിട്ടുള്ള മൈൻഡോട് കൂടി നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, നാളെ 2 മുതൽ 5:20 വരെ എന്തൊക്കെയാണോ നിങ്ങൾ പഠിച്ചത് അത് നിങ്ങളുടെ തലയിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങളുടെ OMR ഷീറ്റിലേക്ക് ബബിൾ ചെയ്യുന്ന രൂപത്തിലേക്ക് വരേണ്ടതുണ്ട്. സോ ഇന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഉറക്കഴുക്കാനൊന്നും പാടില്ല. സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മളെ മാരത്തോൺ എല്ലാ ക്ലാസ്സുകളും എന്ത് ചെയ്യുക, നിങ്ങൾ ടോട്ടലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഒന്ന് റീകോൾ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സും കൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് റെഡി. എല്ലാവരും റെഡി അല്ലേ മക്കളെ? ഓക്കെ, മൃദുല, ശ്വേത, ഓക്കെ, ഗുഡ് മോർണിംഗ്. ആൽഫിയ, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യണേ. എല്ലാവരും സെറ്റ് ആണല്ലോ? എല്ലാവരും സെറ്റ് ആണെങ്കിൽ ഒന്ന് തമ്പ് തന്നേ, തംസ് അപ്പ് ചെയ്തേ. ഓക്കെ, റെഡി അല്ലേ? നമ്മൾ ആദ്യം തന്നെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള 2 ചാപ്റ്ററുകൾ, അതായത് ഈ 2 ചാപ്റ്ററുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ആനിമൽ കിങ്ഡവും 2 മോളിക്യുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഓക്കെ, തംസപ്പ് വരുന്നില്ല. ഓക്കെ, എല്ലാവരും റെഡിയാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഡിലേ ചെയ്യുന്നില്ല. ഓരോ മിനിറ്റും വാല്യുബിൾ ആണ് നമ്മളെ സംബന്ധിച്ച്. ഓക്കെ, റെഡി. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. വിച്ച് വൺ ഈസ് നോട്ട് എ പ്ലാറ്റി ഹെൽമിന്തസ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഇതിൽ ഏതാണ് പ്ലാറ്റി ഹെൽമിന്തസ് അല്ലാത്തത്? ഏതാണ് പ്ലാറ്റി ഹെൽമിന്തസ് അല്ലാത്തത്? വിച്ച് വൺ ഈസ് നോട്ട് എ പ്ലാറ്റി ഹെൽമിന്തസ്. അപ്പൊ പ്ലാറ്റി ഹെൽമിന്തസിന് നിങ്ങൾ ഏതൊക്കെ എക്സാമ്പിളാ പഠിച്ചത്? 2 എക്സാമ്പിളെ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് ഏതാണ്? വൺ ഈസ് ടീനിയ, അല്ലെ, ടേപ്പ് വേം, നാടവിര, ടേപ്പ് വേം. ആൻഡ് നിങ്ങൾ പഠിച്ച രണ്ടാമത്തത് ഏതാണ്? ഫാസിയോള, ലിവർ ഫ്ലൂക്ക്, അല്ലെ. ഇത് മാത്രമാണ് നിങ്ങൾ പഠിച്ചത്. പിന്നെ ഒരു ഫ്രീ ലിവിങ് പഠിച്ചിട്ടില്ലേ? ഫ്രീ ലിവിങ് വിത്ത് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി പഠിച്ചിട്ടുണ്ട്. പ്ലനേറിയ പഠിച്ചിട്ടുണ്ട്, അല്ലെ. പ്ലനേറിയ ഓർമ്മിക്കണേ, ഫ്രീ ലിവിങ് ആണ്. ഇത് രണ്ടും എന്താണ്? പാരസിറ്റിക് ആണ്. സോ നമുക്ക് ആൻസറിലേക്ക് വരാം. ഹുക്ക് വേം ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഹുക്ക് വേം എന്ന് പറയുന്ന കൊക്കപ്പുഴുവാണ്. ഹുക്ക് വേം ബിലോങ്സ് ടു വിച്ച് ഫൈലം? ആഷ് ഹെൽമിന്തസ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ എ പാരസൈറ്റ് ദാറ്റ് റിസൈഡ് ഇൻ അവർ സ്മോൾ ഇന്റെസ്റ്റൈൻ. സോ ഹുക്ക് വേം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ആഷ് ഹെൽമിന്തസ്. പിന്നെ ഇവരെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ് ഞാൻ നിങ്ങളെ മെമ്മറൈസ് ചെയ്യാണ്. ഇവരുടെ സീലോം എന്താണ്? എസീലോമാണ്. മറക്കാൻ പാടില്ലേ. പ്ലാറ്റി ഹെൽമിന്തസിന്റെ സീലോം എസീലോമാണ്. പ്ലാറ്റി ഹെൽമിന്തസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഫ്ലെയിം സെൽസ് ആണ്. പ്ലാറ്റി ഹെൽമിന്തസിലെ മെജോറിറ്റി മെമ്പേഴ്സും പാരസിറ്റിക് ഫോംസ് ആണ് എന്ന് നിങ്ങൾ ഓർക്കണം. പ്ലനേറിയക്ക് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ടെന്ന് ഓർക്കണം. പ്ലനേറിയക്ക് എന്താണുള്ളത്? ഹൈ റീജനറേഷൻ കപ്പാസിറ്റി. ഇത്രയും പോയിന്റുകൾ മിനിമം എന്താണ്? ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻ ബോഡിയാണ്. കോമൺ നെയിം ഫ്ലാറ്റ് വേംസ് ആണ്. സോ അത്രയും നമുക്ക് ആകെ പ്ലാറ്റി ഹെൽമിന്തസിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ബൈലാറ്ററൽ സിമട്രി ആണ്. ഓർഗൻ സിസ്റ്റം, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. എന്താണ് ഓർഗൻ? ഓക്കെ, നിങ്ങൾക്കറിയാം ഇവർക്ക് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ടേപ്പ് വേമിന് എന്തില്ല? നാടവിരക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. ടേപ്പ് വേമിന് എന്തില്ല? ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. പക്ഷെ നമ്മള് ഫാസിയോളയിലേക്കും പ്ലനേറിയയിലേക്കും വരികയാണെങ്കിൽ ഇവർക്ക് രണ്ടാക്കും എന്തുണ്ട്? ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്താണത്? ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണുള്ളത്. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരുപാട് എൻട്രൻസ് ക്വസ്റ്റ്യൻ ആയി തവണ വന്ന ക്വസ്റ്റ്യൻ ആണ്.
വിച്ച് ഫൈലം ഷോസ് എ സ്യൂഡോസീലോമേറ്റ് ഫൈലം. ഏതാണ് ഇതിൽ സ്യൂഡോസീലോമേറ്റ്? സ്യൂഡോസീലോമേറ്റ് നിങ്ങൾക്കറിയാം, ഒരേ ഒരു ഫൈലം. ആനിമൽ കിങ്ഡത്തിൽ ഒരേ ഒരു ഫൈലത്തിനെ സ്യൂഡോസീലോം ഉള്ളൂ. ഏതാണ് അത്? നിങ്ങൾ ഡയറക്ട്ലി എന്ത് ചെയ്യണം? ഡയറക്ട്ലി എവിടത്തേക്ക് എത്തണം? നിങ്ങളെ ആൻസറിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റണം. സ്യൂഡോസീലോമുള്ള ഒരേ ഒരു ഫൈലം റൗണ്ട് വേംസ് ആണ്, ആഷ് ഹെൽമിന്തസ്. നിങ്ങൾക്കറിയാലോ സ്യൂഡോസീലോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എലമെന്ററി കനാലിനും ബോഡി വാളിനും ഇടക്ക്, എലമെന്ററി കനാലിനും ബോഡി വാളിനും ഇടക്ക് എന്താണ്? സ്കാറ്റേർഡ് ആയിട്ടാണ് മീസോഡെർമൽ സെൽസ് ഉണ്ടാവുക. ഇതാണല്ലോ സ്യൂഡോസീലോം എന്ന് പറയുന്നത്. ബോഡി വാളിനും എലമെന്ററി കനാലിനും പൗച്ചുകളായിട്ട് എന്താണ് നമ്മൾ കാണുന്നു? സീലോം, ബോഡി കാവിറ്റി കണ്ടില്ലേ, ഇങ്ങനെ കണ്ടില്ലേ? സ്കാറ്റേർഡ് പൗച്ചസ് ആണെങ്കിൽ എന്താണ്? സ്യൂഡോസീലോം. എന്താണ്? സ്യൂഡോസീലോം. റെഡിയാണല്ലോ? സെറ്റ് അല്ലേ? സെറ്റ് ആണല്ലോ? എല്ലാരും എന്ന് പറയുന്നുണ്ട്. സോ ആഷെൽമിന്തസ് സ്യൂഡോസീലോം എന്നറിയാം. ആഷെൽമിന്തസിന്റെ മേലോട്ടുള്ള 4 ഫൈലില്ലേ? പോറിഫറ, നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്. ആദ്യ 4 ഫൈലം എന്താണ്? ആദ്യത്തെ 4 ഫൈലം എസീലോമാ, നിങ്ങൾക്കറിയാം. 5ാമത്തെ ഫൈലം എന്താണ്? സ്യൂഡോസീലോം അല്ലെങ്കിൽ ഫോൾസീലോം ആണ്. 6 മുതൽ 11 വരെ എന്താണ്? ട്രൂ സീലോം. പഠിച്ചിരിക്കണേ, ഇതറിഞ്ഞിരിക്കണം. 6 മുതൽ 11 വരെ എന്താണ്? ട്രൂ സീലോം ആണ്. സോ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് കീഴിലുള്ള എല്ലാത്തിന്റെയും എന്താണ്? സീലോം പറയാനാവണം. ഏത് ഫൈലത്തിന്റെ സീലോം എന്ത് വേണം? നമുക്ക് പറയാനാവണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒരു ഫൈൻഡ് റോങ് കോമ്പിനേഷൻ. ഇതിൽ റോങ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതാണെന്ന് മക്കൾ പറയണം. ഏതാണ് റോങ് കോമ്പിനേഷൻ? ഏതാണ് മക്കളെ? പറയൂ. ദ റോങ് കോമ്പിനേഷൻ വാട്ടർ കനാൽ സിസ്റ്റം സ്കൈഫ. സ്കൈഫ എന്ന് പറഞ്ഞാൽ എന്താടാ? സൈക്കിൺ ആണ്. സൈക്കിണിനെ നമ്മൾ എന്ത് പറയാ? സ്കൈഫ എന്ന് പറയാം. ഓക്കെ, വാട്ടർ വാസ്കുലാർ സിസ്റ്റം. സ്കൈഫയിൽ വാട്ടർ കനാൽ സിസ്റ്റം അല്ലേ ഉള്ളത്? ശരിയാണ്. ഇതെന്താണ്? ശരിയാണ്. വാട്ടർ കനാൽ സിസ്റ്റത്തിന്റെ വേറെ പേരെന്തായിരുന്നു? വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇത് പോറിഫറൈന്റെ ഫീച്ചർ ആണ്. അതേസമയം ആംബുലേക്കറൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ വാസ്കുലാർ സിസ്റ്റം എക്കൈനോഡേംസിന്റെ ഫീച്ചർ അല്ലേ? സോ ഇതൊരു എക്കൈനോഡെർമിയാണ്. ആന്റിഡോൺ. സോ ആന്റിഡോണിൽ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. മെറ്റാമറിസം എന്ന് പറയുന്നത് അനലിഡയുടെ ഒരു ടിപ്പിക്കൽ ഫീച്ചർ ആണെന്ന് നിങ്ങൾക്കറിയാം. അനലിഡ എന്ന് പറയുന്നത് നീരിസ് എന്താണ്? അനലിഡ അല്ലേ? നീരിസ് പറയുമ്പോൾ ഒരു പോയിന്റും കൂടി നിങ്ങൾ ഓർക്കണം. നീരിസിന്റെ ലോക്കോമോട്ടറി ഓർഗൻ ഏതാ മക്കളെ? പാരപ്പോഡിയ. എന്താണ്? പാരപ്പോഡിയ ഇസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ നീരിസ്. അതും കൂടി ഓർത്ത് വെക്കണം. നീരിസ് എന്ന് പറയുമ്പോൾ ലാറ്ററൽ അപ്പൻഡേജസ് ആയ പാരപ്പോഡിയ നമ്മൾ മറക്കാനേ പാടില്ല. ലോക്കോമോട്ടറി ഓർഗൻ അല്ലെങ്കിൽ സ്വിമ്മിങ് ഓർഗൻ ഇൻ നീരിസ് ഏതാണ്? സോ അതും കറക്റ്റ് ആണ്. ദ ലാസ്റ്റ് വൺ ആണ് അപ്പൊ റോങ് ഉണ്ടാവും അല്ലെ? മെറ്റാജെനിസിസ്. എല്ലാരും എഴുതുന്നുണ്ട്. മെറ്റാജെനിസിസ് എന്ന് പറയുന്നത് നിഡേറിയൻസിന്റെ ഫീച്ചർ ആണ്. മെറ്റാജെനിസിന്റെ വേറെ പേര് നിങ്ങൾ ഓർക്കുന്നില്ലേ മക്കളെ? എന്താണ് മെറ്റാജെനിസിന്റെ വേറെ പേരെന്താണ്? എന്താണ് പറയടാ? മെറ്റാജെനിസിന് വേറെ ഒരു പേരും കൂടി പറയും. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. എന്താണ്? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആരുടെ ഫീച്ചർ ആണ്? നിഡേറിയൻസിന്റെ. അതിനൊരു എക്സാമ്പിൾ മക്കൾ പഠിച്ചിട്ടുണ്ട്, ഒബീലിയ. ഓക്കെ, ഒബീലിയ. ഈ ഫൈലത്തിൽ വേറെ ഓർക്കേണ്ട ഒരു മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ഓക്കെ, പെന്നാറ്റുല, സീപെൻ, മിയാൻഡ്രിന, ബ്രെയിൻ കോറൽ. ഓർത്തോളിനെ മിയാൻഡ്രിനി എന്താണ്? ബ്രെയിൻ കോറൽ ആണ്. ഒറീലിയ ജെല്ലി ഫിഷ്, ആഡംസിയ എന്ന് പറയുന്നത് സീ എനിമോൺ. ഇത്ര എക്സാമ്പിൾ ആണ് ഈ ഫൈലത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിഡേറിയൻസിൽ. ഓക്കെ, നിഡേറിയൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതാണ്. സോ റോങ് സ്റ്റേറ്റ്മെന്റ് മക്കൾക്ക് കിട്ടി. ഓക്കെ, ഒബീലിയൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. വെരി ഗുഡ് ആണ്. പോളിപ്പ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷലി ആണോ അസെക്ഷലി ആണോ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, എന്താണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. മെഡുസി ആണെങ്കിലോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, പോളിപ്പ് ഗീവ്സ് മെഡുസ ഗീവ്സ് പോളിപ്പ്. പോളിപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ കിട്ടുമ്പോൾ മെഡുസി ആവും. മെഡുസ അടുത്ത ജനറേഷനിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുമ്പോൾ പോളിപ്പ് ആവും. ഇതിനെയാണ് നമ്മൾ മെറ്റാജെനിസിസ് അല്ലെങ്കിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയും. അടുത്തത് വരൂ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് അനലിഡ? അനലിഡയുടെ ഫീച്ചർ അല്ലാത്തത് ഏത്? ഞാൻ നിങ്ങളോട് കഴിഞ്ഞ എല്ലാ ക്ലാസ്സിലും പറയാം, ടിപ്പിക്കൽ ഫീച്ചർ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യനുകൾ അധികവും വരിക. പിന്നെ എന്താണ്? എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ടാണ് വരിക. അനലിഡയുടെ ഒരു ടിപ്പിക്കൽ ഫീച്ചർ മെറ്റാമറിസം ഉണ്ടെന്ന് മക്കൾക്ക് അറിയാലോ? ഒരു സംശയമില്ല. മെറ്റാമറിസം എന്ന് പറയുന്നത് അനലിഡയുടെ ഒരു ഗംഭീര ഫീച്ചർ ആണ്. മെറ്റാമറിക് സെഗ്മെന്റേഷൻ. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണല്ലോ. മണ്ണിരയിലൊക്കെ എന്താണ്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കാണുന്നത്. സോ ആ കോണ്ടാക്സിൽ നിങ്ങൾ ഓപ്പൺ ഏതാണെന്ന് പഠിക്കണം. ഓപ്പൺ ഏതാ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഒന്ന് ആർത്രോപോഡ അല്ലെ? ആർത്രോപോഡ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം അല്ലേ? അടുത്ത നോക്കിയേ, കോംപ്ലൈറ്റ്സ് ഫോർ ലോക്കോമോഷൻ. അതെന്താണ്? ദാറ്റ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് അനലിഡ. കോംപ്ലൈറ്റ് എന്ന് പറയുന്നത് ടീനോഫോർസിന്റെ ഫീച്ചർ ആണ്. ഏതാണ്? സോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. സി ആണ് കോംപ്ലൈറ്റ് എന്ന് പറയുന്നത്. 8 rows of ciliated complates. 8 rows of ciliated complates എന്ന് പറയുന്നത് ആരുടെ ഫീച്ചർ ആണ്?
ടീനോഫോർസിന്റെ ഫീച്ചർ ആണ്. ആരുടേതാണ്? ടീനോഫോറയുടെ ഫീച്ചർ ആണ്. സോ ദാറ്റ് ഈസ് റോങ്. നിങ്ങൾക്കറിയാം എർത്ത് വേമിലെ നെഫ്രീഡിയ ഫോർ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ അല്ലെ, റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ആരുടെ റോളാണ്? അപ്പൊ ഇത് മൂന്നും ശരിയാണ്, റോങ് ആണ്, നോട്ടാണ് ചോദിച്ചത്. സോ കോംപ്ലക്സ് മറക്കരുത്. കോംപ്ലക്സ് ബയോലൂമിനസെൻസ് ഓൺലി സെക്ഷൽ മോഡ് ഓഫ് റീജനറേഷൻ എന്ന് പറയുന്നത് ആരുടെ ഫീച്ചർ ആണ്? എക്സ്ക്ലൂസീവ്ലി മറൈൻ എന്ന് പറയുന്നത് ആരുടെ ഫീച്ചർ ആണെന്ന്? ടീനോഫോർസിന്റെ ഫീച്ചർ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാലോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ആഷ് ഹെൽമിന്തസ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ആഷ് ഹെൽമിന്തസ്? ഇതിൽ റൗണ്ട് വേമിൽ വരാത്തത് ഏതാണ്? റൗണ്ട് വേമിന് നമ്മൾ 3 എക്സാമ്പിൾ പഠിച്ചു. ഒന്ന് ഏതാണ്? ഇവിടെ ഉള്ളതാണ് റൗണ്ട് വേം എന്ന് പറഞ്ഞാൽ അസ്കാരിസ്, അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. ഓക്കെ, അതിനെ കോമൺ റൗണ്ട് വേം എന്ന് വിളിക്കും. ഹുക്ക് വേം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഹുക്ക് വേം എന്ന് പറഞ്ഞാൽ കൊക്കപ്പുഴു, അതും എന്താണ്? ഇത് തന്നെയാണ്. ഫൈലേറിയൽ വേം എന്ന് പറഞ്ഞാൽ വുച്ചറേറിയ. ഹുക്ക് വേം എന്ന് പറഞ്ഞാൽ എൻസൈലോസ്റ്റോമ. എന്താണ്? എൻസൈലോസ്റ്റോമ. ഫൈലേറിയൽ വേം എന്ന് പറഞ്ഞാലോ വുച്ചറേറിയ. ഓക്കെ, റൗണ്ട് വേം എന്ന് പറഞ്ഞാലോ എസ്കാരിസ്. സോ ഇവരെ നിങ്ങൾ ഓർക്കേണ്ടത്, ഒന്ന് മസ്കുലാർ ഫാരിങ്സ് ഉണ്ട് ഇവർക്ക്, എന്നുള്ളത് ഹൈലി മസ്കുലാർ ഫാരിങ്സ് ഉണ്ട്. എക്സ്ക്രീഷൻ എക്സ്ക്രീറ്ററി ട്യൂബ് ഉണ്ട്. സ്യൂഡോസീലോമേറ്റ് ആണ്. ഓക്കെ, മെയിലും ഫീമെയിലും എന്തുണ്ട്? മോർഫോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ് എന്നും മെയിലിന്റെ പോസ്റ്റീരിയർ എൻഡ് കേർവ്ഡ് ആണെന്നുള്ള പോയിന്റുമാണ് ഈ ഫൈലത്തില് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഓർക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് സ്യൂഡോസീലോം തന്നെയാണ്. ഇവർക്ക് 3 പേർക്കും എന്താണ്? സ്യൂഡോസീലോമാണ്. ഇതിൽ ടേപ്പ് വേം നിങ്ങൾ കണ്ടില്ലേ? ടേപ്പ് വേം എന്ന് പറയുന്നത് എന്താണ്? ടേപ്പ് വേം എന്ന് പറഞ്ഞാൽ എന്താണ്? ടേപ്പ് വേം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. ടേപ്പ് വേം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാറ്റി ഹെൽമിന്തസ് ആണെന്ന് നിങ്ങൾക്കറിയാം ആണല്ലോ. ടേപ്പ് വേം എസീലോം ആണെന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലെ? ഇതാണ് ടേപ്പ് വേം. സ്യൂഡോ മെറ്റാമറിസം കാണിക്കുന്നു. ടേപ്പ് വേമിന് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. ദ ഓൺലി പ്ലാറ്റി ഹെൽമിന്തസ് വിത്ത് എന്താണ്? റിബൺ ലൈക്ക് ബോഡി. റിബൺ പോലെ ബോഡി ഇല്ല. ബാക്കി എല്ലാ പ്ലാറ്റി ഹെൽമിന്തസിനും ലീഫ് ലൈക്ക് ബോഡി ഉണ്ടാവുക. ഇവൻ ഒഴികെ എല്ലാവരുടെയും ബോഡി എന്താണ്? ലീഫ് ലൈക്ക് ആണ്. ഓർത്തോളനെ, പ്ലാറ്റി ഹെൽമിന്തസിന്റെ ബോഡി ഷേപ്പ് ലീഫ് ലൈക്ക് ആണ്, എക്സെപ്റ്റ് ടേപ്പ് വേം. എക്സെപ്റ്റ് എന്താണ്? ടേപ്പ് വേം. ഓർക്കണം, ഫ്ലെയിം സെൽസ് മറക്കാൻ പാടില്ല. ഫൈൻഡ് ദി റോങ് മാച്ച്. ഇതിൽ റോങ് ആയിട്ടുള്ള മാച്ച് ഏതാണെന്ന് മക്കൾ പറയണം. റിഫാന പറയൂ, ഏതാണ്? ഏതാണ് രേവതി? പറഞ്ഞാട്ടെ, ഇതിൽ ഏതാണ് റോങ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്? ബയോലൂമിനസെൻസ് ടീനോഫോറ. സംശയം ഉണ്ടാ? ടീനോഫോറയില് ബയോലൂമിനസെൻസും കോംപ്ലക്സും ആണ് ടിപ്പിക്കൽ ആയിട്ട് 2 ഫീച്ചർ. സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. മെറ്റാജെനസിസ് നിഡേറിയ നമ്മൾ ഓൾറെഡി കണ്ടു. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. കൊയനോസൈറ്റ് ടീനോഫോറ. So C is the wrong match. Coinocyte or collar cell is the unique feature of porifera. Porifera. The nutritive cells in porifera. പോറിഫറയിലാണ് കോയിനോസൈറ്റ്സ് കാണുക, അല്ലെങ്കിൽ കോളർ സെൽസ് കാണുക. എന്താ കാണുക? കോളർ സെൽസ്. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? പവർ അല്ലേ? ഓക്കെ, എല്ലാവരും സി ആണെന്ന് പറയുന്നുണ്ട്. നെഫ്രീഡിയ നമ്മൾ കണ്ടു. എക്സ്ക്രീറ്ററി ആൻഡ് ഓസ്മോ റെഗുലേറ്ററി ഓർഗൻ ഇൻ അനലിഡ. Okay, which of the following is not a feature of cyclostomata? സൈക്ലോസ്റ്റൊമേറ്റന്റെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. സൈക്ലോസ്റ്റൊമേറ്റ എക്ടോ പാരസൈറ്റ്സ് ഓൺ ഫിഷസ് ആണ്. ഏഗ്നാത്ത എന്ന് പറയുന്ന ഡിവിഷനിലാണ് ഇത് വരുവാന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, 6 to 15 pairs of gill slits ഉണ്ട്. ഇവിടെ 6 to 15 ഉണ്ട്. മൈഗ്രേറ്റ് ഫോർ സ്പോണിംഗ് ടു ഫ്രഷ് വാട്ടർ ആണ്. ബ്രീഡിങ്ങിന് വേണ്ടി അവർ ഫ്രഷ് വാട്ടറിലേക്കാണ് വരുന്നത്. ഇവിടെ മറൈൻ വാട്ടർ എന്നുള്ള. സോ വിച്ച് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്? നോട്ട് എ ഫീച്ചർ. മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ആണ്. ഫ്രഷ് വാട്ടറിലാണ് ബ്രീഡിങ്ങിന് വേണ്ടി പോകുന്നത്. ഇവിടെയാണെങ്കിലോ കടലിലേക്ക് പോകുന്നു എന്നാണ് കാണിച്ചത്. അതുകൊണ്ട് റോങ് ആണ്. സർക്കുലർ ആൻഡ് സക്കിംഗ് ടൈപ്പ് ഓഫ് മൗത്ത് അല്ലേ? അതുകൊണ്ടല്ല ഇതിനെ സൈക്ലോസ്റ്റൊമേറ്റ എന്ന് പറയുന്ന വേർട്ടിബ്രേറ്റിന്റെ ക്ലാസ്സിൽ പെടുത്തിയത്. സൈക്ലോസ്റ്റൊമേറ്റ ഇസ് ദ ഓൺലി ക്ലാസ് ഇൻ ഏഗ്നാത്ത എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതിലേക്ക് വരും മക്കളെ. അടുത്തതിലേക്ക് വന്ന് ഐഡന്റിഫൈ ദി ഓപ്ഷൻ നോട്ട് ട്രൂ അബൌട്ട് കോൺട്രിക്റ്റിസ്. കോൺട്രിക്റ്റിസിനെ കുറിച്ചാണ്. നോട്ട് ട്രൂ അബൌട്ട് കോൺട്രിക്റ്റിസ് ആണ്. പറഞ്ഞാട്ടെ എല്ലാരും. നോട്ട് ട്രൂ അബൌട്ട് കോൺട്രിക്റ്റിസ്. ഓക്കെ, പ്രസൻസ് ഓഫ് പ്ലാക്കോയിഡ് സ്കെയിൽസ്. ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ് പ്ലാക്കോയിഡ് സ്കെയിൽ എന്ന് പറയുന്നത് കോൺട്രിക്റ്റിസുകളുടെ ഫീച്ചർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, സ്വിം കോൺസ്റ്റന്റ്ലി ടു അവോയ്ഡ് സ്വിം ബ്ലാഡർ ഇല്ല അവർക്ക്. എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. സോ they have to swim constantly through water, otherwise they will sink എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതും കറക്റ്റ് ആണ്. In males, pelvic fins bears claspers. മെയിൽ ഒരു പെൽവിക് ഫിന്നിന്റെ മേലെ എന്തുണ്ട്? ക്ലാസ്പേഴ്സ് ഉണ്ട്. അതാണ് ഫീമെയിലേക്ക് എന്ത് ഇഞ്ചെക്ട് ചെയ്യുക? സ്പേമിന് ഇഞ്ചെക്ട് ചെയ്യുക. സോ മെയിലിന് മാത്രം നമുക്ക് പെൽവിക് ഫിന്നിന്റെ മേലെ എന്ത് കാണാം? ക്ലാസ്പേഴ്സ്. അതും കറക്റ്റ് ആണ്. The heart is 3 chambered. എല്ലാരും പറയുന്നുണ്ട്.
3 ചേംബേർഡ് എന്നാണ് പറയുന്നത്. ഫിഷ് ഹാർട്ട് എന്ന് പറയുന്നത് 2 ചേംബേർഡ് ആണ്. അതുമാത്രമല്ല അതെപ്പോഴും പമ്പ് ചെയ്യുക വീനസ് ബ്ലഡ് ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്താ പറയാ, വീനസ് ഹാർട്ട്. ഫിഷ് ഹാർട്ടിൽ ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും ആണുള്ളത്. ഓക്കെ, റെഡി അല്ലേ? 3 ചേംബേർഡ് ആയിരിക്കായിരുന്നു. റെപ്റ്റൈൽസിനുണ്ട് 3 ചേംബേർഡ്, ആംഫീബിയൻസിനുണ്ട് 3 ചേംബേർഡ് വിത്ത് ആൻ എക്സെപ്ഷൻ. റെപ്റ്റൈലിന് ക്രോക്കഡൈൽസിന് 4 ചേംബേർഡ് ഉണ്ട്. ഓക്കെ, ഇതിൽ റോങ് മാച്ച് ആണ് മക്കള് കണ്ടുപിടിക്കേണ്ടതെന്നാണ്. റോങ് ആയിട്ടുള്ള മാച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്, തെറ്റാണ്. ഏതാണ് റോങ് ആയിട്ടുള്ള മാച്ച് എന്ന് നോക്കി. ഹൈല ട്രീ ഫ്രോഗ് ശരിയല്ലേ? ആംഫീബിയന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈല ട്രീ ഫ്രോഗ് ആണ്. ഇക്തിയോഫിസ് ലിംബ്ലെസ് ആംഫീബിയൻ എക്സാമ്പിൾ ആണ്. കാലുകളില്ല, ലിംബുകളില്ല ഇക്തിയോഫിസ്. ദെൻ ഫൈറ്റർ ഫിഷ് ബെറ്റി അല്ലേ? ഫൈറ്റർ ഫിഷ് ബെറ്റ, ടിറോഫില്ലം എന്ന് പറയുന്ന മാലാക മത്സ്യം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബ്യൂഫോ ടോഡാണ്. ബ്യൂഫോ എന്ന് പറഞ്ഞാൽ ചുരുത്തവളിയാണ്, ടോഡാണ്. റാണ എന്ന് പറഞ്ഞ ഫ്രോഗ് അല്ലേ? ബ്യൂഫോ എന്ന് പറഞ്ഞാൽ ചുരുത്തവളിയാ, പരോട്ടിഡ് ഗ്ലാൻഡ് പോയിസൺ ഉണ്ടാക്കുന്നു എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരും മക്കളെ. ദ മൗത്ത് കണ്ടെയ്ൻ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ. മൗത്തിൽ വായില് ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ, കാർന്നു തിന്നാനുള്ള ഓർഗൻ. റാഡുല ഏത് ഫൈലത്തിലാ കാണുന്നത്? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ മൊളുസ്ക. മൊളുസ്കയുടെ ഒരു ടിപ്പിക്കൽ ഫീച്ചർ ആണ് അൺസെഗ്മെന്റഡ് ബോഡി. അതേപോലെ തന്നെ റാഡുല എന്നൊക്കെ പറയുന്നത് മൊളുസ്കയുടെ ടിപ്പിക്കൽ ഫീച്ചർ ആണ്. ദെൻ ഫൈൻഡ് ദ റോങ് മാച്ച്. ഇതിൽ റോങ് ആയിട്ടുള്ള കണ്ടുപിടിക്കുക. യൂറോ കോഡേറ്റന്റെ എക്സാമ്പിൾ അസിഡിയ സാൽപാഡോളിയോലം ശരിയാണ്. സെഫലോ കോഡേറ്റേണ്ടത് ആംഫിയോക്സസ് ശരിയാണ്. പക്ഷേ രണ്ടാമത്തെ ലാംബ്രേ തെറ്റാണ്. സോ സെഫലോ കോഡേറ്റ ആംഫിയോക്സസ് ലാംബ്രേ എന്ന് പറയുന്നത് റോങ് ആണ്. ലാംബ്രേ എന്ന് പറയുന്നത് പെട്രോമൈസൻ ആണ്. പെട്രോമൈസൻ സൈക്ലോസ്റ്റൊമാറ്റി ആണ്. ഇറ്റ് ഈസ് നോട്ട് സെഫലോകോഡേറ്റ. സെഫലോകോഡേറ്റയ്ക്ക് എക്സാമ്പിൾ ആംഫിയോക്സസ് അല്ലെങ്കിൽ ലാൻസ്ലെറ്റ് ആണെന്ന് മക്കൾക്ക് അറിയാം. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. ഇലക്ട്രിക് ഓർഗൻ ആൻഡ് പോയിസണസ് സ്റ്റിംഗ്. ഇലക്ട്രിക് ഓർഗൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ടോർപിഡോയിലേക്ക് പോകണം. സ്റ്റിംഗ് റേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ട്രൈഗണിലേക്ക് പോകും. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. കോൺട്രിക്റ്റിസിന്റെ റേസ് ആണ്. ഇത് രണ്ടും തിരണ്ടികളാണ്. റേസിന് എക്സാമ്പിൾ. ഓക്കെ, അടുത്തലേക്ക് വരൂ. സൈക്ലോയിഡ് ആൻഡ് ടീനോയിഡ് സ്കെയിൽസ് ആർ പ്രസന്റ് ഇൻ. സൈക്ലോയിഡ് സ്കെയിലും ടീനോയിഡ് സ്കെയിലും ഇതിലൂടെ കാണുക. ഓസ്റ്റിക്റ്റിസിലാ. കോൺട്രിക്റ്റിസിൽ എന്താ കാണുക? പ്ലാക്കോയിഡ് സ്കെയിലാ കാണുക. കോൺട്രിക്റ്റിസിൽ എന്താ കാണുക? പ്ലാക്കോയിഡ് സ്കെയിലാണ്. സൈക്ലോസ്റ്റൊമാറ്റയ്ക്ക് പിന്നെ സ്കെയിൽസേ ഇല്ല. സ്കെയിൽസ് ആൻഡ് പെയർഡ് ഫിൻസ് ആർ ആബ്സെന്റ് ഇൻ സൈക്ലോസ്റ്റൊമാറ്റ. ഹെമികോഡേറ്റയിൽ നമുക്ക് സ്കെയിലിനെ കുറിച്ച് ചിന്തിക്കുകയോ വേണ്ട. ഓക്കെ, മറൈൻ വേംസ് ലൈക്ക് ആനിമൽസ് ആണ്. റോങ് മാച്ചിങ് തന്നെയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. കെലോട്ടസ് ഗാർഡൻ ലിസാർഡ്. ഓക്കെ, കെമിലിയോൺ ട്രീ ലിസാർഡ് റെഡിയാണ്. അതേപോലെ നമ്മൾ ഒന്നുകൂടി പഠിച്ചിട്ടില്ലേ? ഹെമിഡാക്ടൈലസ് എന്ന് പറഞ്ഞാലോ വാൾ ലിസാർഡ് ആണ്. സോ കിലോൺ എന്ന് പറഞ്ഞാൽ ടേർട്ടിലാണ്, കടലാമയാണ്. ടിറോപ്പസ് ഇസ് ദ റോങ് മാച്ച്. ടിറോപ്പസ് എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് ഫോക്സ് ആണ്, ഫ്ലൈയിങ് ഫിഷ് അല്ല. ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറഞ്ഞാൽ വവ്വാൽ. ഫ്ലൈയിങ് ഫിഷ് എന്ന് പറഞ്ഞാൽ ആരാടാ? എക്സോസീറ്റസ് ആണ്, എക്സോസീറ്റസ്. ഓക്കെ, അടുത്തലേക്ക് വരൂ. ഫൈലം ഷോ സെഗ്മെന്റേഷൻ എക്സെപ്റ്റ്. ഏതോ ഒരു ഫൈലത്തില് എക്സെപ്ഷൻ ഉണ്ട്. സെഗ്മെന്റേഷൻ ഇല്ലാത്ത ഒരു ഫൈലം എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം തന്നെ മൊളുസ്ക. മൊളുസ്ക എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആൻഡ് അൺസെഗ്മെന്റഡ് ബോഡി എന്ന അർത്ഥം തന്നെ. സോഫ്റ്റ് ആൻഡ് അൺസെഗ്മെന്റഡ് ബോഡി. ഓക്കെ, അടുത്തതിലേക്ക് ഒരു സ്റ്റോമോകോഡ് ഈസ് പ്രസന്റ്. എ നോട്ടോകോഡ് ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് ഇൻ ദി കോളർ റീജിയൻ ഓഫ് ഹെമികോഡേറ്റ. അപ്പൊ ഹെമികോഡേറ്റ എന്ന് ഇവിടെ നിങ്ങൾ കാണുന്നില്ല. അപ്പോ ഉറപ്പായിട്ടും അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? സാക്കോഗ്ലോസസ് ഉണ്ട് അല്ലെ? ബെലാനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്. സോ നമ്മൾ എവിടെ എത്തി? സ്റ്റോമോകോഡിലേക്ക് എത്തി. അടുത്തത് ഒരു ക്യാരക്ടേഴ്സ് നോട്ട് റെപ്രസെന്റ് ഇൻ എയ്വ്സ്. നോട്ട് പ്രസന്റിങ് എയ്വ്സിന്റെ ഫീച്ചർ അല്ലാത്തത് ഏത്? എയ്വ്സിന്റെ അല്ലാത്തതാണ് മക്കൾ പറയണ്ടേ. എയ്വ്സ് വാം ബ്ലഡഡ് ആണ്, ഹോമിയോതെർമല്ലേ ആണ്. ഡൈജസ്റ്റീവ് ട്രാക്റ്റില് 2 അഡീഷണൽ ചേംബേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. ഏതൊക്കെയാണ്? ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. സ്കിൻ ഈസ് ഡ്രൈ വിത്തൗട്ട് ഗ്ലാൻഡ്. സ്കിൻ ഈസ് ഡ്രൈ വിത്തൗട്ട് ഗ്ലാൻഡ് ആണ് നമുക്കറിയാം, എക്സെപ്റ്റ് അറ്റ് ദി ബേസ് ഓഫ് ദി ടെയിൽ. സോ ഇതൊക്കെ റെഡിയാണ്. ദ റോങ് വൺ ഈസ് ഡി. ഡി ആണ്. അമ്മുക്കുട്ടി എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. എന്താണ് ഡി? ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ. ഓക്കെ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ബേർഡ്സിൽ നടക്കുക. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫോൾസ്? അടുത്തത് ഏതാണ്? താഴെ തന്നതിൽ ഫോൾസ് ഏതാണ്? എൻഡോസ്കെലിട്ടൺ വിത്ത് കാൽസ്യം കാർബണേറ്റ് ഓസിക്കിൾസ്. കാൽക്കേരിയസ് ഓസിക്കിൾസ്, എൻഡോസ്കെലിട്ടൺ, എക്കൈനോഡെർമേറ്റ ശരിയാണ്. കാൽക്കേരിയസ് ഷെൽ എന്നാണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് അറിയാം? മൊളുസ്കേനെയാണ്. കാൽക്കേരിയസ് ഷെല്ല് മൊളുസ്ക, കാൽക്കേരിയസ് ഓസിക്കിൾസ് എന്ന് പറയുന്നത് ആരാണ്? എക്കൈനോഡേംസ് ആണ്. കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ
മൊളുസ്ക തെറ്റാണ്. കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ എന്ന് പറയുന്നത് ആർത്രോപോഡിന്റെ ഫീച്ചർ ആണ്. ഏതാണ്? ആർത്രോപോഡ. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. എന്താണ് റോങ് ആയിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബോണി എൻഡോസ്കെലിറ്റൺ ഓസ്റ്റിക്തിസ് ആണ്. കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൺ കോൺട്രിക്തിസ് ആണ്. ഓക്കെ ആണല്ലോ? എല്ലാരും ബി എന്ന് പറയുന്നുണ്ട്. നമുക്ക് അടുത്തയിലേക്ക് പോയാലോ? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. സോ നമ്മൾ ഏതാണ്ട് 21 ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. മോളിക്കുലാർ ബേസിസിലേക്കാണ്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1000 ക്വസ്റ്റ്യനുകളാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും റെഡി അല്ലേ? നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വൺ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് മോളിക്കുലാർ ബേസിസ്. 4 മുതൽ 6 ക്വസ്റ്റ്യൻ വരെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അതായത് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നാവണം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരൂ. ദ സയന്റിസ്റ്റ് എവേരി മെക്ലിയോഡ് ആൻഡ് മെക്കാർത്തെ. എവേരി മെക്ലിയോഡ് ആൻഡ് മെക്കാർത്തെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരണം? 1933 to 44 ആണ് ഇവരുടെ എക്സ്പെരിമെന്റ്. ഓക്കെ. ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിള് റിവീൽ ചെയ്ത ആൾക്കാരാണ്. റിവീലിംഗ് ദ കെമിക്കൽ നാച്ചർ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ഇവര് കണ്ടുപിടിച്ചത്? DNA ആണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് കണ്ടുപിടിച്ചു. 1928 ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിനെ എന്താണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? എവേരി മാക്ലിയോഡ് ആൻഡ് മെക്കാർത്തെ. ഓക്കെ. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് ആരാണ്? ഗ്രിഫിത്ത് ആണ്. 1928. എന്താണ്? 1928. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1928 ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് 33 to 44 ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ആണ്. 1952 ഹെർഷേ ആൻഡ് ചേസിന്റെ എക്സ്പെരിമെന്റ്. ദാറ്റ് ഈസ് ദ unequivocal proof of DNA is the genetic material. DNA ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന അവസാന വാക്ക് എന്തായിരുന്നു? ഏത് എക്സ്പെരിമെന്റ്? കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഹെർഷേ ആൻഡ് ചേസ് എഴുതാൻ പാടുള്ളൂ. 1952 എന്താണ്? S35 ഫോസ്ഫറസ് 32 ഉപയോഗിച്ച് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ കോട്ടും റേഡിയോ ആക്റ്റീവ് DNA വെച്ചുകൊണ്ട് ബാക്ടീരിയോഫേജിനെ ഈക്കോളൈ ബാക്ടീരിയ അറ്റാക്ക് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ് ആൻഡ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന 3 സ്റ്റെപ്പുള്ള ആ എക്സ്പെരിമെന്റിനെ നമ്മൾ എന്താ വിളിക്കുക? ഹെർഷേ ആൻഡ് ചേസ് എക്സ്പെരിമെന്റ്. സോ ഐസോടോപ്സ് യൂസ്ഡ് ഏതൊക്കെയായിരുന്നടാ? സൾഫർ S35 ഫോർ ലേബലിംഗ് പ്രോട്ടീൻസ് ആൻഡ് P32 ഫോർ ലേബലിംഗ് DNA. സംശയമില്ലല്ലോ. സോ ഇതാണ് കൺഫർമേറ്ററി ടെസ്റ്റ്. എന്തിന്റെ? DNA ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അടുത്ത നോക്കിയ മക്കളെ, പ്രോട്ടീൻ കനോട്ട് ബി ജനറ്റിക് മെറ്റീരിയൽ. പ്രോട്ടീൻ കനോട്ട് ബി ജനറ്റിക് മെറ്റീരിയൽ ബിക്കോസ് പ്രോട്ടീൻ ജനിതക മെറ്റീരിയൽ ബിക്കോസ് ഇറ്റ് കനോട്ട് റെപ്ലിക്കേറ്റ്. അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു റെപ്ലിക്കേറ്റ്. ഒരു മോളിക്യൂള് ജനിതക മെറ്റീരിയൽ ആണ് ആകണമെങ്കിൽ 4 ക്രൈറ്റീരിയ നിങ്ങൾ NCERT ടെസ്റ്റ് പറഞ്ഞ. ഇറ്റ് ഷുഡ് റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്, ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ ബോത്ത് സ്ട്രക്ചറലി ആൻഡ് കെമിക്കലി, ഇറ്റ് ഷുഡ് എക്സ്പ്രസ് ആസ് മെൻഡീലിയൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഫോർ സം സ്കോപ്പ് ഫോർ സ്ലോ വേരിയേഷൻ. സോ ഒന്നാമത്തെ പോയിന്റിനെ ഇറ്റ് ഫെയിൽ ടു റെപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് അർത്ഥം. സോ പ്രോട്ടീൻ ഫെയിൽ ടു എന്താണ്? ഫസ്റ്റ് ക്രൈറ്റീരിയ തന്നെ ഫുൾഫിൽ ചെയ്യാനായിരിക്കാവുന്നില്ല, പ്രോട്ടീൻ റെപ്ലിക്കേറ്റ് ചെയ്യാനാവുന്നില്ല. സോ അടുത്തത് വരൂ. ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയർ? ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ജോയിൻഡ് ബൈ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് അല്ലേ? റെഡിയാണ്. നൈട്രജൻ ബേസ് ആൻഡ് ഷുഗർ. ഷുഗറും നൈട്രജൻ ബേസും ഉള്ളത് ഏതാണ്? എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട് ആണ്. സോ അതും ശരിയാണ്. സിംഗിൾ റിംഗ് നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസിൽ സിംഗിൾ റിംഗ് ആണെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് പിരമിഡൈൻ ആണ്. തൈമീൻ എന്ന് പറയുന്ന പിരമിഡൈൻ അല്ലേ? സോ കട്ട് എന്ന് പറയുന്ന പിരമിഡൈൻ ആണ്. CUT കട്ട്. കട്ട് എന്ന് പറഞ്ഞാൽ സൈറ്റോസിൻ, യുറാസിൽ, തൈമീൻ പിരമിഡൈൻ ആണ്. സോ സിംഗിൾ റിംഗ് ആണ്. ഫസ്റ്റില് 3ാമത്തെ പൊസിഷനിൽ നൈട്രജൻ ആറ്റം കാണും. സോ നിങ്ങൾക്കറിയാലോ പ്യൂരിൻസ് ആണെങ്കിൽ എന്താണ് മക്കളെ? പ്യൂരിൻസ് ആണെങ്കിൽ 1, 3, 7 then 9 അല്ലെ? ഈ 4 പൊസിഷനിൽ നൈട്രജൻ ആറ്റം കാണും. 1, 3 പിരമിഡൈനിൽ കാണുക. 1, 3, 7, 9 പ്യൂരിൻസിലും നൈട്രജൻ ആറ്റം കിട്ടും. അതുകൊണ്ട് ഇതിന് ഹെറ്ററോസൈക്ലിക് റിംഗ് എന്നാണ് പറയുക. സോ അടുത്തതാണ് തെറ്റ്. ഡിയോക്സി റൈബോസ് ആൻഡ് റൈബോസ് എന്താണ്? പെന്റോസ് ഷുഗർ ആണ്. എന്താണ് മക്കളെ? പെന്റോസ്. പെന്റോസ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റമുള്ള ഷുഗർ ആണ്. നോക്കിയേ, നമുക്ക് റൈബോസിന് ഒന്ന് വരച്ചു നോക്കാലോ. റൈബോസിൽ നോക്കിയേ, 2ാമത്തെ പൊസിഷനിൽ OH, 3ാമത്തെ പൊസിഷനിൽ OH, 5ാമത്തെ പൊസിഷനിൽ CH2OH ആണല്ലോ. 5 കാർബൺ ആറ്റേ ഉള്ളൂ. സോ പെന്റോസ് ആണ്. റൈബോസ് ആൻഡ് ഡിയോക്സി റൈബോസ്. റൈബോസ് എന്ന് പറഞ്ഞാൽ C5H10O5. ഡിയോക്സി റൈബോസ് എന്ന് പറഞ്ഞാല് ഒരു ഓക്സിജൻ കുറവ് 2ാമത്തെ പൊസിഷനിൽ. സോ C5H10
O4. ഇത് ചിലപ്പോ ചോദിച്ചാക്കേ C5H10O4 ആണ് ഇത് ഡിയോക്സി റൈബോസ്. C5H10O5 എന്താണ്? റൈബോസ് ആണ്. ഓക്കെ, പെന്റോസ് ആണെന്ന് ഓർത്തോളുക. ചർഗാഫ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു. ചർഗാഫ് റൂൾ എന്നാ പറയുന്നത് ഇൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA പ്യൂരിൻ പിരമിഡൈൻ റേഷ്യോ ദാറ്റ് ഈസ് A+G/T+C ഈസ് ഈക്വൽ ടു 1. അല്ലെങ്കിൽ A ഈസ് ഈക്വൽ ടു T ആണ്, G ഈസ് ഈക്വൽ ടു C ആണ്. ഓക്കെ ആണല്ലോ. സോ ചർഗാസ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു ഡബിൾ സ്റ്റാൻഡേർഡ് DNA. എന്താണ്? ഡബിൾ സ്റ്റാൻഡേർഡ് DNAക്ക് മാത്രമേ ചർഗാഫ് റൂൾ ആപ്ലിക്കബിൾ ആവുള്ളൂ. RNAക്ക് ആപ്ലിക്കബിൾ ആവില്ല, സിംഗിൾ സ്റ്റാൻഡേർഡ് DNAക്ക് ആപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. While analyzing the DNA of an organism, the total number of nucleotides 5386, where adenine is 29, thymine is 17, guanine is 17, cytosine is 32. So A+T is equal to G+C എന്ന് A is equal to T എന്നും G is equal to C എന്നും ഇല്ല. അപ്പൊ ഉറപ്പായിട്ടും അതെന്തല്ല, അത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA അല്ല. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരാം. ഇറ്റ് ഈസ് എ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA. തെറ്റാണ്. ഡബിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എന്ത് ഒബേ ചെയ്യും? ചർഗാസ് റൂൾ ഒബേ ചെയ്യും. ഇറ്റ് ഈസ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. ദാറ്റ് ഈസ് റൈറ്റ്. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണിത്. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അഡിനീൻ തൈമീൻ ഈക്വൽ അല്ല. ഇത് 5386 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ NCERT ടെക്സ്റ്റിലുള്ളതാണ്. ഇത് ഒരു ബാക്ടീരിയോഫേജിന്റെ നമ്പർ ഓഫ് ബേസ് ആണ്. നമ്പർ ഓഫ് ബേസസ് ഇൻ 5x174 ഒരു ഫേജ് ആണ്. എന്താണ്? ബാക്ടീരിയോഫേജ് ആണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ മക്കളെ? എക്സ്പെരിമെന്റ് യൂസിങ് N15 നൈട്രജൻ 15 നൈട്രജൻ ഹെവി ഐസോട്ടോപ്പായ എന്താണ്? N15 ആണ് നമ്മൾ യൂസ് ചെയ്തത്. ടു കൺഫേം സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ വെയർ ക്യാരിഡ് ഔട്ട് ബൈ മീസൽസൺ ആൻഡ് സ്റ്റാൾ. മീസൽസൺ ആൻഡ് സ്റ്റാൾ അല്ലേ അത് പ്രൂവ് ചെയ്തത്? വാട്സൺ ആൻഡ് ക്രിക്ക് പറഞ്ഞു DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന്. അത് പ്രൂവ് ചെയ്തത് ആരാണ്? മീസൽസൺ ആൻഡ് സ്റ്റാൾ ഇൻ ഈക്കോളൈ. പക്ഷേ 1958 ഇതേ സമയം തന്നെ ഇത് കഴിഞ്ഞ പാട് തന്നെ വിസിയ ഫേബ എന്ന് പറയുന്ന പ്ലാന്റില് ഫാബേസിയ ഫാമിലിയിലുള്ള പ്ലാന്റില് ടൈലർ ആൻഡ് കൊളീഗ്സ് എന്താണ്? ടൈലർ ആൻഡ് കൊളീഗ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? 1958 ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ യൂകാരിയോട്ട് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ടൈലറിനെ ഓർക്കണം. പ്രോകാരിയോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മീസൽസൺ ആൻഡ് സ്റ്റാൾ രണ്ടാളും പ്രൂവ് ചെയ്തത് എന്താണ്? DNA സെമി കൺസർവേറ്റീവ്ലി ആണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇവർ യൂസ് ചെയ്തത് N15 ആണെങ്കിൽ ഇവർ യൂസ് ചെയ്തത് റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ ആണ്. എന്താണ്? റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ. ഓക്കെ, ടൈലർ എന്ത് വെച്ചിട്ടാ വർക്ക് ചെയ്തത്? റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ ആണ്. ഈക്കോളയില് മീസൽസൺ ആൻഡ് സ്റ്റാൾ വർക്ക് ചെയ്തത് എന്ത് വെച്ചിട്ടാ? N15 നൈട്രജന്റെ നിങ്ങൾക്ക് N714 ആണ് ഇയാൾ യൂസ് ചെയ്തത്. അമോണിയം ക്ലോറൈഡിന്റെ രൂപത്തിൽ N715 ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഫങ്ഷൻസ് ഓഫ് RNA? RNAയുടെ ഫങ്ഷൻസ് ഇതിൽ ഏതാണെന്നാ ചോദിക്കുന്നത്. ഇറ്റ് ക്യാരീസ് ജനറ്റിക് ഇൻഫോർമേഷൻ. ജനറ്റിക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്ന RNA അല്ലേ? അതിനെ നമ്മൾ എന്താടാ പറയാ? mRNA. എന്താണ് സമീഹ സഫീർ എന്താ പറയാ? mRNA. അടുത്തത് ഇറ്റ് ക്യാരീസ് അമിനോ ആസിഡ്സ് ടു റൈബോസോം. അമിനോ ആസിഡുകളെ റൈബോസോമിന് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? ട്രാൻസ്ഫർ RNA അല്ലെങ്കിൽ സോളിബിൾ RNA. ഓക്കെ, അടുത്തത് ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് കോമ്പോണന്റ് ഓഫ് റൈബോസോം. റൈബോസോം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാടാ? RNA. സോ RNAയുടെ ഫംഗ്ഷൻ അല്ലേ ഇതൊക്കെ? സോ ഓൾ ഓഫ് ദി എബോവ് ഈസ് ദ റൈറ്റ് ആൻസർ. ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? പക്കയാണല്ലോ. നമുക്ക് അടുത്തയിലേക്ക് പോയിക്കൂടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ് മെൻഷൻഡ് ബിലോ ആർ സിംബോളൈസ്ഡ് ആസ് ആൽഫബറ്റ്സ്. ചില സീക്വൻസ് ഓഫ് ഇവന്റുകൾ ആൽഫബറ്റിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ വേർ ദ ആൽഫബറ്റ്സ് ആർ മാച്ച്ഡ് വിത്ത് പ്രോസസ്. ഈ ആൽഫബറ്റുകൾ എന്ത് ചെയ്യണം? പ്രോസസ്സുമായിട്ട് മാച്ച് ചെയ്യണം. സോ നോക്കിയേ, RNA ടു DNA. അപ്പൊ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. എന്താണ്? ഇറ്റ് ഈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. DNA ടു DNA ആണെങ്കിലോ ഇറ്റ് ഈസ് DNA റെപ്ലിക്കേഷൻ. സോ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഉത്തരത്തിലേക്ക് എത്തി. ദെൻ DNAയിൽ നിന്ന് mRNA ഉണ്ടാവുന്നത് ട്രാൻസ്ക്രിപ്ഷനും mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്ന ട്രാൻസ്ലേഷനും. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഫ്രാൻസിസ് ക്രിക്ക് എന്താണ് പ്രൊപ്പോസ് ചെയ്തത്? ഫ്രാൻസിസ് ക്രിക്ക് ആണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി പ്രൊപ്പോസ് ചെയ്തത്. അതിനെ വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ടെമിനിസം ഉണ്ട്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റി. അടുത്തത് ജനറ്റിക് കോഡ്.
നെക്സ്റ്റ് വൺ ജനിതക കോഡുകളെ കുറിച്ചാണ്. ജനറ്റിക് കോഡ് എവിടെയാണ് ഉണ്ടാവുക? mRNA ഉണ്ട്. എന്നുള്ളത് ജനറ്റിക് കോഡ് ട്രാൻസ്ലേറ്റ് ദ ലാംഗ്വേജ് ഓഫ്. ജനറ്റിക് കോഡ് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക? RNA-യിലുള്ള മെസ്സേജിനെ പ്രോട്ടീൻ ആയിട്ടുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യുക. സോ RNA into that of proteins is the right answer. ഓക്കെ ആണ്, തെറ്റിക്കരുത്, വായിച്ചിട്ട് അതൊന്നും തെറ്റിച്ചളയരുത്. A is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The genetic code is. ജനറ്റിക് കോഡുകൾ ട്രിപ്ലറ്റുകളാണെന്ന് ആദ്യമായി പറഞ്ഞത് ആരായിരുന്നടാ? ജോർജ് ഗാമോ. ആരാണ്? ജോർജ് ഗാമോ ആണ് ആദ്യമായി ജനിതക കോഡുകൾ ട്രിപ്ലറ്റുകളാണെന്ന് പറഞ്ഞ വ്യക്തി എന്നാണ്. അതേപോലെ 4�3 64 കോഡോൺ ഉണ്ടെന്ന് സജസ്റ്റ് ചെയ്തതും ആരാണ്? ഗാമോ തന്നെയാണ്. ഓക്കെ, റെഡി ആണല്ലോ. എൻസൈമാറ്റിക് സിന്തസിസ് ഓഫ് RNA ആരായിരുന്നു? ഒക്കോവ. നിരൻബർഗ് എന്താ ഉണ്ടാക്കിയത്? പ്രോട്ടീൻ ഉണ്ടാക്കി. എന്താണ്? സെൽ ഫ്രീ മീഡിയത്തിൽ പ്രോട്ടീൻ ഉണ്ടാക്കിയ സയന്റിസ്റ്റ് നിരൻബർഗ് ആണ്. ഓക്കെ, ആർട്ടിഫിഷ്യലി RNA ഉണ്ടാക്കിയ ആര്? അർഗോവിന്ദ് ഖൊറാന. ഇത്രയും സയന്റിസ്റ്റുകൾ ആ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. സോ ജനിതക കോഡുകളെ കുറിച്ചാണ്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ, ഇറ്റ് ഈസ് കോമോലെസ്, ഇറ്റ് ഈസ് ഡീജനറേറ്റ്. മോർ ദാൻ വൺ കോഡോൺ കോഡ് ഫോർ എ സിംഗിൾ അമിനോ ആസിഡ്. അതാണ് കോഡോൺ ഡീജനറസി. ഇറ്റ് ഈസ് അൺആംബിക്വസ് എന്നാണ് പറയേണ്ടത്. ദർ ഈസ് നോ ആംബിഗ്വിറ്റി. യു എന്ന് പറഞ്ഞാൽ ഫീനൈൽ അലാനിൻ തന്നെയാണ്. സോ ഇവിടെ വേണ്ടിയിരുന്നത് അൺആംബിക്വസ് എന്നായിരുന്നു. ബാക്കി മൂന്നും കറക്റ്റ് അല്ലേ? സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഏതാ മക്കളെ? ശരി, സി ആണ് റൈറ്റ് ആൻസർ. പക്കയാണല്ലോ. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് DNA into an RNA. ഇറ്റ് ഈസ് റൈറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഷിഫ്റ്റ് ഇല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. NCERT ട്രാൻസ്ക്രിപ്ഷന്റെ ഫസ്റ്റ് സെന്റൻസ്. ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് DNA into an RNA is called ട്രാൻസ്ക്രിപ്ഷൻ. ആ വൺ സ്ട്രാൻഡ് ഏതാണ്? 3' 5' ആണ്. ഇതിനെ നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നും 5' 3' നമ്മൾ എന്താ പറയാ? കോഡിംഗ് സ്ട്രാൻഡ് എന്നും അല്ലടാ പറയാ. ഒരു സ്ട്രാൻഡില് എന്താക്കുക? RNA ആക്കുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി ഇഫ് ദ സീക്വൻസ് ഓഫ് നൈട്രജൻ ബേസ് ഓഫ് ദി കോഡിംഗ് സ്ട്രാൻഡ് ഓഫ് DNA is given. ഓക്കെ, ദ സീക്വൻസ് ഓഫ് RNA നമ്മൾ എഴുതേണ്ടത്. DNA സീക്വൻസ് എന്ന് RNA എഴുതണം. സിമ്പിൾ അല്ലേ? DNA സീക്വൻസ് എഴുതിയ RNA എന്താണ്? 5' 3' സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ കോഡിംഗ് സ്ട്രാൻഡ് ആണ്. നിങ്ങൾക്കറിയാം കോഡിംഗ് സ്ട്രാൻഡിന്റെ സീക്വൻസ് ഏതിന് സെയിം ആണ്? കോഡിംഗ് സ്ട്രാൻഡ് സീക്വൻസ് ഈസ് ഈക്വൽ ടു mRNA അല്ലെങ്കിൽ RNA സീക്വൻസ് എക്സെപ്റ്റ് തൈമീൻ. എക്സെപ്റ്റ് തൈമീൻ. സോ ഇത് തന്നെയാണ് സീക്വൻസ്. പക്ഷെ തൈമീന്റെ അടുക്ക് എന്തായി കൊടുക്കുക? യുറാസിൽ നേടി ചെയ്ത് കൊടുത്താൽ പോരെ. കോഡിംഗ് സ്ട്രാൻഡ് തന്നെയാണ് RNA സീക്വൻസ്. അപ്പൊ അങ്ങനെ ഉണ്ടോ നോക്കി. അഡിനീൻ യുറാസിൽ ഗുവാനിൻ, അഡിനീൻ അഡിനീൻ യുറാസിൽ and guanine. So A is the right answer. Coding strand is equal to RNA sequence except thymine മാത്രം ഓർത്താ മതി. ഓക്കെ, 5' 3' എന്താണ് RNA സീക്വൻസ്? അവിടെ തൈമീൻ മാത്രം മാറ്റേണ്ടാവും. ഓക്കെ ആണ്. All the following would be found in eukaryotic cell except. എല്ലാം യൂക്കാരിയോട്ടിക് സെല്ലിൽ കാണും, ഏതോ ഒന്നൊഴിച്ച്. mRNA നമ്മളുടെ ബോഡി കാണുന്നില്ലേ? ഉണ്ട്. rRNA കാണുന്നുണ്ട്, snRNA കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് പ്രശ്നം. സൈമൾട്ടേനിയസ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നമ്മളിലല്ല കാണുക. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ പ്രോകാരിയോട്സ്. ഓക്കെ, പ്രോകാരിയോട്സിലാണ് ഇത് കാണുന്നത്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പ്രോകാരിയോട്സിൽ mRNA ഉണ്ടാവുമ്പോൾ തന്നെ അതിന്റെ മേലെ കുറെ റൈബോസോമുകൾ ഇങ്ങനെ വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഇവിടെ mRNA സിന്തസിസ് DNA-യിൽ നിന്ന് നടക്കുന്നേ ഉള്ളൂ. ദിസ് ഈസ് DNA. DNA mRNA ഉണ്ടാകുമ്പോൾ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ആയി. അപ്പൊ തന്നെ ട്രാൻസ്ലേഷൻ നടക്കും. അത് ഒരു റൈബോസോം അല്ല, ഒരുപാട് റൈബോസോം. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നടാ പറയാ? പോളി റൈബോസോംസ്. നീറ്റിന് 2 തവണ റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. പോളി റൈബോസോം. 1 RNA കമ്പൈൻഡ് വിത്ത് മൾട്ടിപ്പിൾ റൈബോസോം, പോളി റൈബോസോം. അടുത്തത് യൂകാരിയോട്ടിക് RNA പോളിമറൈസ് 3. RNA പോളിമറൈസ് 3ന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? 3 എന്ന് പറയുമ്പോൾ T അല്ല. അപ്പൊ tRNA എന്തായാലും ഉണ്ടാവും. സോ tRNA ഉള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ വളരെ സിമ്പിൾ ആയി നമ്മൾക്ക് അതിലേക്ക് പോകാനാവും. ഇത് കൂടാതെ എന്താണ്? snRNA, tRNA, 5sRNA, snRNA. ഇതാണ് RNA പോളിമറൈസ് 3 ഉണ്ടാക്കുന്നത്. RNA പോളിമറൈസ് 2 മക്കൾ ഓർക്കുന്നുണ്ടോ? RNA പോളിമറൈസ് 2 hnRNA ട്രാൻസ്ക്രൈബ് ചെയ്യും. RNA പോളിമറൈസ് 1 എന്താണ്? rRNA ട്രാൻസ്ക്രൈബ് ചെയ്യും. ദാറ്റ് മീൻസ് 5.sRNA, 18sRNA, 28sRNA. ഓക്കെ ആണ്. റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. ഇൻ ബാക്ടീരിയ the formation of peptide bond during translation. ഓക്കെ, ബാക്ടീരിയയിൽ എന്താണ് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവുക എന്നാണ്? പി സൈറ്റിലും എ സൈറ്റിലുള്ള tRNA അമിനോ ആസിഡുകൾക്കിടയിലാണ്. സോ ഈ 2 അമിനോ ആസിഡുകൾ ഇതിനിടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരായിരുന്നടാ?
That is 23S rRNA. That is ribozyme. 23S rRNA ന്റെ വേറെ പേര് എന്താണ്? Ribozyme. It is a catalytic RNA. സാധാരണ enzymes are proteins എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ribozymes are catalytic RNA. മറക്കാൻ പാടില്ലേ മക്കളെ? കാറ്റലിറ്റിക് RNA, അതായത് എൻസൈമുകൾ പ്രോട്ടീനുകളാണ് എക്സെപ്റ്റ് റൈബോസൈം എന്ന് പഠിച്ചിട്ടുണ്ട്. സോ റൈബോസൈമിന് എക്സാമ്പിൾ ആണ് ഏത്? 23S rRNA. ഇതും പ്രീവിയസ് നീറ്റിന്റെ ക്വസ്റ്റ്യനാ. 23S rRNA എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ. ടു ഇനീഷ്യേറ്റ് ട്രാൻസ്ലേഷൻ തുടങ്ങണമെങ്കിൽ ദ mRNA ഫസ്റ്റ് എൻകൗണ്ടർ. mRNA ആരെയാണ് ആദ്യം എൻകൗണ്ടർ ചെയ്യേണ്ടത്? നോക്കിയേ, ദിസ് ഈസ് mRNA സൈറ്റോപ്ലാസിൽ എത്തിക്കഴിഞ്ഞാല് AUG എന്ന് പറയുന്ന ഇനീസിയേഷൻ കോഡോണിൽ ആര് വന്ന് ബൈൻഡ് ചെയ്യണം? സ്മോളർ സബ് യൂണിറ്റ്. ആരാ ബൈൻഡ് ചെയ്യേണ്ടത്? സ്മോളർ സബ് യൂണിറ്റ് ആണ് mRNA ബൈൻഡ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ബൈൻഡ് ടു സ്മോളർ റൈബോസോമൽ സബ് യൂണിറ്റ്. സ്മോളർ റൈബോസോമൽ സബ് യൂണിറ്റ്. റെഡി അല്ലേ? ജോൺ ആന്റണി ടെഡി ബിയറാ? ഇനി ടെഡി ബിയർ ഒന്നുമില്ലേ? ഓക്കെ, എ ഇസ് ദ റൈറ്റ് ആൻസർ. അഞ്ജന ബായ്. ഓക്കെ, വെരി ഗുഡ്. ഐൻസ്റ്റീൻ ആരാണ്? ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. ഇൻ ഈക്കോളൈ ലാക്ക് ഓപ്പറോൺ ഗെറ്റ് സ്വിച്ച്ഡ് ഓൺ. ഈക്കോളയില് ലാക്ക് ഓപ്പറോണിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ലാക്ക് ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ IPO ആണല്ലോ ലാക്ക് ഓപ്പറോൺ. ZYA എന്ന് പറയുന്ന സ്ട്രക്ചറൽ ജീനും. ഓക്കെ, ചോദ്യം ഇൻ ലാക്ക് ഓപ്പറോൺ ഗെറ്റ് സ്വിച്ച്ഡ് ഓൺ. ലാക്ക് ഓപ്പറോൺ സ്വിച്ച്ഡ് ഓൺ ആവണമെങ്കിൽ എന്തായിരുന്നു? ജീൻ ഉണ്ടാക്കുന്ന റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാവും അല്ലെ? ഇതിന്റെ മേലെ ഇതെന്താണ്? ദിസ് ഈസ് റിപ്രസർ പ്രോട്ടീൻ. ഇതിന്റെ മേലെ ലാക്ടോസ് അല്ലെങ്കിൽ അല്ലോ ലാക്ടോസ് വന്ന് ബൈൻഡ് ചെയ്യണം. ഇതിനെ അതുകൊണ്ട് ഇൻഡ്യൂസർ എന്നാ വിളിക്കുക. ലാക്ക് ഓപ്പറോണ്ട് ഇൻഡ്യൂസർ ആരാ മക്കളെ? ലാക്ടോസ് ഓർ അല്ലോ ലാക്ടോസ്. അപ്പൊ റിപ്രസർ പ്രോട്ടീന്റെ മേലെ ലാക്ടോസ് ബൈൻഡ് ചെയ്താൽ പ്രൊമോട്ടറിൽ ആര് ബൈൻഡ് ചെയ്യും? RNA പോളിമറൈസ്. അപ്പോൾ ലാക്ക് mRNA ഉണ്ടാവും. സെഡ്ജീന് പകരമായി ബീറ്റാ ഗാലക്ടോസൈഡേസ്, പെർമിയേസ്, ട്രാൻസ്അസറ്റൈലേസ് എന്ന് പറഞ്ഞ 3 എൻസൈം ഉണ്ടാവും. ആ 3 എൻസൈം ലാക്ടോസിനെ മുറിച്ച് ഗ്ലൂക്കോസും ഗാലക്ടോസും ഒക്കെ ഇതാണല്ലോ. ഓക്കെ, ഇങ്ങനെയല്ലേ സ്വിച്ച് ഓൺ ചെയ്യും. അപ്പൊ എന്താണ്? ലാക്ടോസ് ഈസ് പ്രസന്റ് ആൻഡ് ഇറ്റ് ബൈൻഡ് ടു ദി റിപ്രസർ. ലാക്ടോസ് എന്താണ്? റിപ്രസറിൽ ബൈൻഡ് ചെയ്താൽ ലാക്ക് ഓപ്പറോൺ സ്വിച്ച് ഓൺ ആകും. അതല്ലേ ചോദ്യം. സോ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് വരൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പ്രോട്ടീൻ? ഇതിൽ ഏതാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക പ്രോട്ടീൻ ആയിട്ട്? ആദ്യം തന്നെ സ്റ്റോപ്പ് കോഡോൺ വന്നു, അപ്പൊ നടക്കുന്നില്ല. ദെൻ ഇവിടെ നിന്നാണ് സ്റ്റോപ്പ് കോഡോൺ വന്നു. ഇവിടെ AUG ഉണ്ട്, പക്ഷെ ഇവിടെ തൈമീൻ വന്നു. തൈമീൻ RNAയിൽ ഉണ്ടാവുക. സോ അതിലേക്ക് നമ്മൾ പോണ്ട, പ്രോട്ടീൻ ആവാൻ പോകുന്നില്ല. സോ AUG ഉണ്ട് ഇവിടെ സ്റ്റോപ്പ് കോഡോൺ ഉണ്ട്. സോ ഇതെന്താവും? ഒരു കംപ്ലീറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്താവും? പ്രോട്ടീനുകളാവും. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ഓക്കെ, റെഡി ആണല്ലോ? റെഡീഷ്. ഓക്കെ, അടുത്തതിലേക്ക് വരൂ. ചാർജിങ് ഓഫ് tRNA. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചാർജിങ് ഓഫ് tRNA. ഇതാണ് tRNA വെച്ചോ. ക്ലോവർ ലീഫ് മോഡലാണ്. സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് tRNAക്ക്, ടെറിഷറി സ്ട്രക്ചർ ഓഫ് tRNAക്ക് ഇൻവേർട്ടഡ് L ഷേപ്പ് ആണ്. ഈ tRNAയുടെ 5' എൻഡും ഇത് 3' എൻഡും ആണെങ്കിൽ 3' എൻഡിലാണ് അമിനോ ആസിഡ് ബൈൻഡ് ചെയ്യുക. സോ അമിനോ ആസിഡ് വന്ന് 3' എൻഡ് ഓഫ് tRNAയിൽ ബൈൻഡ് ചെയ്യുന്ന പ്രോസസ് ഉണ്ട്. അതിനെ നമ്മൾ ചാർജിങ് ഓഫ് tRNA എന്ന് പറയാ, അല്ലെങ്കിൽ അമിനോ എസൈലേഷൻ ഓഫ് tRNA. ഓക്കെ, ബിക്കോസ് അമിനോ എസൈൽ സിന്തറ്റൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അമിനോ എസൈലേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ദ ചാർജിങ് ഓഫ് tRNA ഈസ് ഓൾസോ നോൺ ആസ് അമിനോ എസൈലേഷൻ ഓഫ് tRNA. സെറ്റ് ആണല്ലോ മക്കളെ? എല്ലാവരും റെഡി അല്ലേ? സോ ഇത്രയാണ്. നമ്മൾ ഏതാണ്ട് 40 ക്വസ്റ്റ്യനുകളാണ് 2 ചാപ്റ്ററിന് പറഞ്ഞത്. സോ ഈ ഒരു ഏരിയ ഒക്കെ നിങ്ങൾ റീകോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 40 അറ്റൻഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ നാളെ എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ വീണ്ടും നിങ്ങളെടുക്ക വരുന്നുണ്ട്. ജാബിർ സാർ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നു. ബോട്ടണിയിലെ 2 ചാപ്റ്ററുകൾ എന്ത് ചെയ്യാണ് ഇനി മക്കള് കാണാൻ പോവാണ്. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? അമിനോ എസൈലേഷൻ എന്ന് പറഞ്ഞാൽ ചാർജിങ് ഓഫ് tRNA. ചാർജിങ് ഓഫ് tRNA ആണ് അമിനോ എസൈലേഷൻ എന്ന് പറയാ. ഓക്കെ ആണല്ലോ? അതിൽ നിങ്ങൾ UTR സീക്വൻസ് മറക്കരുത്, റിലീസിംഗ് ഫാക്ടറും മറക്കരുത്. UTR എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഓഫ് സ്റ്റാർട്ട് കോഡോൺ ആൻഡ് സ്റ്റോപ്പ് കോഡോൺ. ഇറ്റ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ലേഷൻ. അതും ഓർക്കണം. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. എല്ലാവരും 2 ചാപ്റ്റർ പഠിച്ച് തകർത്തിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പോകാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട അടുത്ത 2 ചാപ്റ്ററിലേക്കാണ്. ഓരോ അരമണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓരോ 2 ചാപ്റ്ററിന്റെ റിവിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും തകർത്ത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. നാളത്തെ എക്സാമിനേഷനിൽ നമുക്ക് തകർക്കേണ്ടതാണ്.
നിങ്ങൾക്കറിയാം ഇതേപോലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളെ കാണാം. ഓക്കെ, എല്ലാവരും സെറ്റ് അല്ലേ? നമ്മൾ തുടങ്ങല്ലേ? ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്ലാന്റ് കിങ്ഡം ആണ് മക്കളെ. പ്ലാന്റ് കിങ്ഡം നിങ്ങൾക്ക് അറിയാം, ഞാൻ നിങ്ങളോട് 10 days ചാലഞ്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയാം 5 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരാവുന്ന ഒരു ചാപ്റ്റർ ആണ് പ്ലാന്റ് കിങ്ഡം. അപ്പൊ എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ, ഒരു ഫയർ ഇട്ട് നമുക്ക് തുടങ്ങാം മക്കളെ. റെഡി? യെസ്. അപ്പൊ പ്ലാന്റ് കിങ്ഡം ആണ്. ഓക്കെ, യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അധികം സമയമില്ലാത്തത് കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് പരിചയമുള്ള ക്വസ്റ്റ്യനുകൾ തന്നെയായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, പെട്ടെന്ന് ആൻസർ പറയാ. വേറെ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ഇരിക്കുക, അടിച്ചു പൊളിച്ച് നമുക്ക് ആൻസർ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഗേവ് ഈക്വൽ വെയിറ്റേജ് ടു വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ ക്യാരക്ടേഴ്സ്. This is not acceptable because often dash characters are more easily attracted by environment. നമുക്കറിയാം 2 കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ക്ലാസിഫിക്കേഷനിൽ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം, അതേപോലെ തന്നെ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ എല്ലാവർക്കും അറിയാം. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ യെസ്, ആൻസർ വന്നു കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം മോസ്റ്റ് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്, വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ ക്യാരക്ടേഴ്സ് ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? വെജിറ്റേറ്റീവ് ആണെന്ന് നിങ്ങൾക്കറിയാം. നാച്ചുറൽ എന്ന് പറയുന്ന സമയത്ത് അതിൽ നമുക്കറിയാം എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ കണ്ടെത്തിയ ആളെ പേര് മറന്നു പോരുത്, ആരായിരുന്നു? ലീനസ് ആയിരുന്നു. കാൾ ലീനസ് ആയിരുന്നു ഇത് കണ്ടെത്തിയത്. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ബന്ധം ആൻഡ് ഹുക്കർ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഇതിന് ഉപകാരപ്പെടും, അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറഞ്ഞത്. റെഡി ആണല്ലോ? യെസ്. എ ഫോർ എയിംസ്. യാ, ജോണി ആന്റണി എയിംസിലെത്തട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വേർ ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ, നമുക്കറിയാം ഏതായിരുന്നു ആൻസർ? നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, റെഡി ആണല്ലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഈ പറയുന്നതിന്റെ ഒരു ചുരുക്കമായിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഓക്കെ, നോക്കൂ മക്കളെ. മാച്ച് ദ ഫോളോയിങ് ആണ്. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത് ആരായിരുന്നു? നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ആരായിരുന്നു? ലീനസ് ആയിരുന്നു. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ആരായിരുന്നു? ബെന്തം ആൻഡ് ഹുക്കർ ആയിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എംഗ്ലർ ആൻഡ് പാൻഡൽ ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് എ ആയിരിക്കും. ഓക്കെ, റെഡി ആണല്ലോ? നല്ല പവർ വരട്ടെ, എല്ലാവരും കമന്റ് ചെയ്യടാ, കമന്റ് ചെയ്യും. ഓക്കെ, റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി എല്ലാവരും മക്കളെ. വിച്ച് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ഫൗണ്ട് ഇൻ വോൾവോക്സ്? ഈ ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ 100% വരും, ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? നമുക്കറിയാം ആൽഗയുടെ റീപ്രൊഡക്ഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് 3 ടൈപ്പ് ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു? 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ നമുക്ക് കാണാം. ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ്, അസെക്ഷല്, സെക്ഷല്. റെഡി. ഇനി നിങ്ങൾ നോക്കേണ്ടത് വെജിറ്റേറ്റീവ് ബൈ ഫ്രാഗ്മെന്റേഷൻ ആണ്, എല്ലാവർക്കും അറിയാം. അസെക്ഷൽ ബൈ സ്പോർസ് ആണ്, എസ്പെഷ്യലി സൂ സ്പോർസ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ് ആണ്. ആ ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സിനെ നമുക്കറിയാം 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയായിരുന്നു? 1 ഐസോഗ്യാമസ് ആണ്, 2 അനൈസോഗ്യാമസ് ആണ്, 3 ഊഗാമസ് ആണ്. റെഡി? ഗ്യാമസ് എന്ന് വെച്ചാൽ ഫ്യൂഷൻ ആണ്. ഐസോ എന്ന് വെച്ചാൽ സിമിലർ ആയിട്ടുള്ള ഗ്യാമീറ്റ്സിന്റെ ഫ്യൂഷൻ ആണ് നമുക്കറിയാം. അത് ഫ്ലജലേറ്റഡ് ഉണ്ട്, നോൺ ഫ്ലജലേറ്റഡ് ഉണ്ട്. ഫ്ലജലേറ്റഡ് ആണെങ്കിൽ അതിന് എക്സാമ്പിൾ നമുക്കറിയാം ക്ലാമിഡോമോണാസ് ആണ്. നോൺ ഫ്ലജലേറ്റഡ് ആണെങ്കിൽ നമുക്കറിയാം അതിന് എക്സാമ്പിൾ സ്പൈറോഗൈറയാണ്. മക്കളെ നല്ലോണം പഠിച്ചു വെച്ചോ, ഈ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ഉറപ്പാണ്. സ്പൈറോഗൈറയാണ്. ഇനി അനൈസോഗ്യാമസിനും നമ്മൾ എക്സാമ്പിൾ പഠിച്ചു, ക്ലാമിഡോമോണാസ് തന്നെ. ഊഗ്യാമസ് എന്ന് വെച്ചാൽ നമുക്കറിയാം മെയിൽസ് എപ്പോഴും സ്മോൾ ആൻഡ് മോട്ടൈൽ ആയിരിക്കും, ഫീമെയിൽസ് എപ്പോഴും എന്തായിരിക്കും? ലാർജ് ആൻഡ് നോൺ മോട്ടൈൽ ആയിരിക്കും. അതിന് എക്സാമ്പിൾ 2 എണ്ണം ഉണ്ട്, വോൾവോക്സും അതേപോലെ തന്നെ ഫ്യൂക്കസും. റെഡി അല്ലേ? അപ്പൊ ആൻസർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഊഗ്യാമസ് ആണ്. ഇനി അടുത്തത് ഫ്യൂക്കസിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു കൊള്ളുക, ഊഗ്യാമസ് ആണ്. എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് ഓർത്തു വെക്കണേ. ഓക്കെ, റെഡി ആണല്ലോ? യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും മക്കളെ. അഗർ ഈസ് കമേഴ്ഷ്യലി ഒബ്റ്റൈൻഡ് ഫ്രം. അഗർ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ബാക്ടീരിയൽ കൾച്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒബ്റ്റൈൻ ചെയ്യുന്നത് ജലീഡിയം, അതേപോലെ തന്നെ ജലീഡിയം ഗ്രാസിലേറിയയാണ് അല്ലെ? എല്ലാവർക്കും അറിയാലോ. ജലീഡിയ ആൻഡ് ഗ്രാസിലേറിയ ബിലോങ്സ് ടു റെഡ് ആൽഗെ. സോ നമ്മുടെ ആൻസർ ആരായിരിക്കും? റെഡ് ആൽഗെ. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, ഒരു പവർ കൊടുക്കട്ടെടാ, പവർ വരട്ടെ. യെസ്.
നാളെ നമ്മൾ ഉഷാറാക്കൂലേ? നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവുന്ന? അടിപൊളിയായിട്ടിരിക്കും, തകർത്ത് പോയിട്ട് എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, ആരും ടെൻഷൻ ഒന്നും ആവണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഡേഷ് ആൻഡ് ഡേഷ് ആർ യൂണിസെല്ലുലാർ ആൽഗെ rich in protein that are used for food supplement by space travelers. അല്ലെ, സ്പേസ് ട്രാവലേഴ്സ് അവരുടെ ഫുഡായിട്ട് നമുക്കറിയാം ഹൈലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ആരാണ് അതിന്റെ ആൻസർ? ആൻസർ വരട്ടെ. ഓക്കെ, ആരാണ് ആൻസർ? ജലീഡിയം, ക്ലോറല്ല ആൻഡ് സ്പൈറുലിനെയാണ്. ആരാണ് ആൻസർ? ക്ലോറല്ല ആൻഡ് സ്പൈറുലിന. നമ്മൾ കേട്ടിട്ടുണ്ട്, SSCP ഒക്കെ കേട്ടിട്ടുണ്ട്, സിംഗിൾ സെൽ പ്രോട്ടീൻ ഒക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ അല്ലേ? യെസ് യെസ്, ഓക്കെ, അത് തന്നെ, അങ്ങനെ വരട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മേജർ പിഗ്മെന്റ്സ് ഇൻ ഗ്രീൻ ആൽഗെ. നമുക്കറിയാം ആൽഗയെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഗ്രീൻ ആൽഗെ, അതേപോലെ തന്നെ ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ. ഓരോ ആൽഗയിലും നമുക്കറിയാം ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഉണ്ട്. എല്ലാത്തിലും കോമൺ ആയിട്ട് കാണുന്നത് ക്ലോറോഫിൽ എ ആണ്. ക്ലോറോഫിൽ എ എല്ലാവർക്കും ഉണ്ട്. ഇനി ഗ്രീൻ ആൽഗയിൽ എന്തുണ്ട്? എയുടെ കൂടെ എന്തുണ്ട്? ബി ഉണ്ട്, ഇതിന്റെ കൂടെ സി ഉണ്ട്, ഇതിന്റെ കൂടെ ഡി ഉണ്ട്. ഇത്രേ ഓർത്ത് വെക്കാനുള്ളൂ, വേറെ ഒന്നും ഓർക്കാനില്ല. അഡീഷണൽ ആയിട്ട് നമുക്കറിയാം ബ്രൗൺ ആൽഗയിൽ എന്ത് കാണുന്നുണ്ടാവും? ഫ്യൂക്കോസാന്തിൻ ഉണ്ടാവും. ഫ്യൂക്കോസാന്തിൻ മറക്കരുതേ മക്കളെ, നാളത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കാണും, ഉറപ്പാണ്. ഫ്യൂക്കോസാന്തിൻ. ഇതിൽ നമുക്കറിയാം ഫൈക്കോ എറിത്രിൻ കാണാം. ഫൈക്കോ എറിത്രിൻ, യെസ്. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മളോട് ചോദിച്ച ഗ്രീൻ ആൽഗയുടേത് മാത്രമാണ്. അപ്പം എയും ബിയുമാണ് നമ്മുടെ ആൻസർ. ക്ലിയർ? യെസ് 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 യെസ്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഇതിങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് പോവാണ്, ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോവാണ്, അത്രേ ഉള്ളൂ. ഡോണ്ട് വെറി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. നമ്മളിപ്പോ ആൽഗയുടെ പിഗ്മെന്റ്സുകളെ കുറിച്ച് പറഞ്ഞു. ഇനി അതേപോലെ നമ്മൾ ഓർക്കേണ്ട മറ്റൊന്നാണ് എന്ത്? റിസർവ് ഫുഡ്, അവരിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഫുഡ് അല്ലെ. ഗ്രീൻ ആൽഗയിൽ ആരായിരുന്നു? ബ്രൗൺ ആൽഗയിൽ ആരായിരുന്നു? റെഡ് ആൽഗയിൽ ആരായിരുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം ഗ്രീൻ ആൽഗയിൽ ആരായിരുന്നു? സ്റ്റാർച്ച് ആയിരുന്നു അല്ലെ. ബ്രൗൺ ആൽഗയിൽ കാർബോഹൈഡ്രേറ്റ് ആയിരുന്നു. ഇതിൽ നമുക്കറിയാം ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഓക്കെ, ഇനി കാർബോഹൈഡ്രേറ്റ് കോംപ്ലക്സ് ആണ്. അതിൽ നമുക്കറിയാം ആലൊക്കെ കാണപ്പെടുന്നുണ്ട്? ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. അതല്ലേ നമ്മുടെ ചോദ്യം ഇവിടെ? ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ റിസർവ് ഫുഡ് ബ്രൗൺ ആൽഗെ ആർ എന്തായിരുന്നു? കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മക്കളെ നല്ലോണം ആൻസർ പറയാൻ പറ്റുന്നില്ലേ? ഇത് തന്നെയാണ് നമുക്ക് നാളെ ചെയ്യാനും പറ്റുന്നത്. ഓക്കെ, പലർക്കും ഒരു ഡൗട്ടാണ്, എനിക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ, ഞാൻ എന്തെങ്കിലും ആയി പോകുമോ എന്നുള്ള ഒരു പേടിയാണ്. പക്ഷെ ഞാൻ ഈ കമന്റ് ബോക്സ് നോക്കുന്ന സമയത്ത് ഒരു കുട്ടി പോലും തെറ്റിക്കുന്നില്ല. നിങ്ങൾ അടിപൊളിയാണ്. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ ഇതുവരെ പഠിച്ചത് മുഴുവൻ നിങ്ങൾക്ക് ക്ലിയർ ആയി മക്കളെ. നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് മാച്ച് ഓഫ് ആൽഗെ വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിസർവ് ഫുഡ്. നമ്മളിപ്പോ പഠിച്ചതിന്റെ ചുരുക്കമാണ്. ക്ലോറോഫൈസിയെ സ്റ്റാർച്ച് കറക്റ്റ് ആണ്. പിയോഫൈസിയെ മാനിറ്റോളും ലാമിനാരിനും കറക്റ്റ് ആണ്. റോഡോഫൈസിയെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് കറക്റ്റ് ആണ്. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ഓൾ ഓഫ് ദിസ് അല്ലേ നമ്മുടെ ആൻസർ. ഓക്കെ, ജാബിർ സാറെ സൂം ആക്കോ. ഇതെന്തിന് സൂം ചെയ്യാൻ? അത് നല്ല വലിയായിട്ട് തന്നെയാണല്ലോ കാണുന്നത്. ഓക്കെ, റെഡി അല്ലേ? കാണുന്നില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫീമെയിൽ സെക്സ് ഓർഗൻ ഇൻ റിക്സിയ ആൻഡ് ഫുനേറിയ. റിക്സിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാർക്കാൻഷ്യയുടെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ലിവർവേർട്ട് ആണ്. ഓക്കെ, ഫ്യുനേറിയ നമുക്കറിയാം മോസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലിവർവേർട്ടും മോസോട് വരുന്ന കാറ്റഗറി ഏതായിരുന്നു? ബ്രയോഫൈറ്റ് ആയിരുന്നു. അപ്പൊ ബ്രയോഫൈറ്റിന്റെ ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേരാണല്ലോ നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാൽ അത് ആരാ നമുക്കറിയാം? ആർക്കിഗോണിയമാണ്. മെയിൽ സെക്സ് ഓർഗൻ ആണെങ്കിൽ ആന്തറീഡിയം ആണെന്ന് നമുക്കറിയാം. അപ്പം ഇതെന്താണ്? മെയിൽ സെക്സ് ഓർഗൻ ആണ്. ഇതാണെന്ത്? ഫീമെയിൽ സെക്സ് ഓർഗൻ. ക്ലിയർ ആണല്ലോ? യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കണം നിങ്ങള്. എന്താണ്? Following statement regarding bryophytes, select the correct answer. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാളത്തെ എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളും അതേപോലെ തന്നെ ഓപ്ഷൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാം ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് നോക്കുക. ബ്രയോഫൈറ്റ്സ് ലാക്ക് ട്രൂ റൂട്ട്സ്, സ്റ്റെം ആൻഡ് ലീവ്സ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, നമുക്കറിയാം. ഓക്കെ, ബ്രയോഫൈറ്റ്സ് എന്താണ്? അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ട് കിടക്കുന്നു നമുക്കറിയാം. ദ മെയിൻ പ്ലാൻ ബോഡി ഈസ് ഹാപ്ലോയിഡ് ആണ്, N ആണ്, ഗ്യാമറ്റോഫൈറ്റ് ആണെന്ന് നമുക്കറിയാം. അതും ശരിയാണ്. സെക്സ് ഓർഗൻസ് ആർ യൂണിസെല്ലുലാർ. ബ്രയോഫൈറ്റിന്റെ സെക്സ് ഓർഗൻസ് നമുക്കറിയാം മൾട്ടി സെല്ലുലാർ ആണ് അല്ലെ. എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ സെക്സ് ഓർഗൻ എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. എങ്കിൽ അടുത്ത നോക്കൂ മക്കളെ.
ഫെർട്ടിലൈസേഷൻ പ്രൊഡ്യൂസസ് ആൻ എംബ്രിയോ ഇൻസൈഡ് ദ വാട്ടർ. ഒരിക്കലും ഇൻസൈഡ് അല്ല, ആർക്കി ഗുണിയത്തിന്റെ ഉള്ളിലാണ്, നോട്ട് ഇൻസൈഡ് ദ വാട്ടർ. അപ്പം ഈ സ്റ്റേറ്റ്മെന്റും റോങ് ആണ്, ഈ സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് 1, 2 കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മുടെ ആൻസർ ഈസ് എ. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് അല്ലേ? യെസ്. അപ്പം റെഡി എല്ലാവരും ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ഇൻ ബ്രയോഫൈറ്റ്സ് എന്താണ് അവരുടെ പ്രത്യേകത? സ്പോറോഫൈറ്റ്സ് ആർ ഡിപ്പെൻഡന്റ് അപ്പോൺ ഗാമറ്റോഫൈറ്റ്സ്. നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക, ബ്രയോഫൈറ്റിന്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത് ഗ്യാമിറ്റോഫൈറ്റ് ആണ്. ഇതാണ് മെയിൻ ബോഡി, ഹാപ്ലോയിഡ്. ഇനി അവർക്ക് നമുക്കറിയാം എന്ത് കാണപ്പെടുന്നുണ്ട്? സ്പോറോഫൈറ്റ് കാണുന്നുണ്ട്. ഈ സ്പോറോഫൈറ്റ് എപ്പോഴും ആരെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്? ഗ്യാമിറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ നമുക്കറിയാം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്നതാണ് അല്ലെ? സ്പോറോഫൈറ്റ്സ് ആർ ഡിപ്പെൻഡ്സ് ഓൺ ഗ്യാമറ്റോഫൈറ്റ്. ക്ലിയർ അല്ലേ? എ ആണ്. എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. റെഡി ആണല്ലോ? ഇനി ടെറിഡോഫൈറ്റ്സിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. പീറ്റ് obtained from sphagnum moss. നമ്മൾ അതിനെ വിളിച്ച മറ്റൊരു പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പീറ്റ് മോസ് എന്ന് വിളിച്ചു. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതിൽ യാതൊരു ഡൗട്ടിന്റെയും കാര്യമില്ല. അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫ്യൂൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻസർ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും. ഇൻ ഫ്യൂണേറിയ ദി ഹാപ്ലോയിഡ് സ്ട്രക്ചർ ഈസ്. ഫ്യൂണേറിയ എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഫ്യൂണേറിയ ഈസ് എ മോസ്. ഓക്കെ, ഫ്യൂണേറിയ എന്തായിരുന്നു? മോസ് ആയിരുന്നു. അതിൽ ഹാപ്ലോയിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ? ഫ്യൂണേറിയ എക്സിബിറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്രയോഫൈറ്റ് ആയതുകൊണ്ട്, മോസ് ആയതുകൊണ്ട് തന്നെ അതിൽ ഗ്യാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും ഉണ്ട്. റെഡി ആണല്ലോ? അപ്പം എന്ന് വെച്ചാൽ നമുക്കറിയാം അവരുടെ മെയിൻ ബോഡി എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റ് ആണ്. അതുപോലെ തന്നെ അവിടെ എന്ത് കാണപ്പെടുന്നുണ്ട്? സ്പോറോഫൈറ്റ് ആണ് കാണുന്നത്. എന്നും ഉണ്ട്, 2n ഉണ്ട്. ഓക്കെ, അപ്പൊ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള പ്രോട്ടോനിമയാണ്. ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള പ്രോട്ടോനിമയാണ്. ഓക്കെ, അപ്പൊ പ്രോട്ടോനിമയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കറിയാം. സോ നമ്മുടെ ആൻസർ എന്താണ്? എ ആണ്. യെസ്, ആൻസർ ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ടെറിഡോഫൈറ്റ്സ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, നമ്മൾ ഇതുവരെ ബ്രയോഫൈറ്റ് ആണ്, ബ്രയോഫൈറ്റ് നിന്ന് ടെറിഡോഫൈറ്റ്സിലേക്ക് വരുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. ടെറിഡോഫൈറ്റ്സ് the main plant body is dash and which is dash into true root, stem and leaves. നമുക്കറിയാം ടെറിഡോഫൈറ്റ്സിലേക്ക് വരുന്ന സമയത്ത് അവരുടെ പ്ലാൻ ബോഡി ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം, ലീഫ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവരുടെ മെയിൻ ബോഡി ശ്രദ്ധിക്കണം, ടെറിഡോഫൈറ്റിന്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത് ആരായിരുന്നു? സ്പോറോഫൈറ്റ് ആണ്. സ്പോറോഫൈറ്റ് ആണ്, അഥവാ 2n ആണ്. ഈ സ്പോറോഫൈറ്റിനെ നല്ലോണം ശ്രദ്ധിക്കണേ. ഈ സ്പോറോഫൈറ്റിനെ കൃത്യമായിട്ട് എന്താക്കി മാറ്റിയിട്ടുണ്ട്? റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്. ഓക്കെ, അപ്പം ഗ്യാമറ്റോഫൈറ്റ് മെയിൻ ബോഡി ആയിട്ട് വരുന്നത് ആർക്കായിരുന്നു? ബ്രയോഫൈറ്റിലായിരുന്നു. ടെറിഡോഫൈറ്റിലെ മെയിൻ ബോഡി എന്ന് പറയുന്നത് ആരാണ്? സ്പോറോഫൈറ്റ് ആണ്. മാറിപ്പോവരുത്, ഡിപ്ലോയിഡ് ആണ്. സോ നമ്മുടെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? സ്പോറോഫൈറ്റ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. ആൻസർ വന്നല്ലോ? മനസ്സിലാവുന്നില്ല മക്കളെ? കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങൾ ഓക്കെ അല്ലേ എന്നുള്ളത്. ഓക്കെ, യെസ്. ഇൻ ടെറിഡോഫൈറ്റ്സ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പ്രോതാലസ് പ്രൊഡ്യൂസ്. പ്രോതാലസ്, ടെറിഡോഫൈറ്റിൽ പ്രോതാലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ഏകദേശം ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അതിൽ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ, മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ് കാണപ്പെടുന്നുണ്ട് നമുക്കറിയാം. ഓക്കെ, എന്നാൽ അതെന്താന്ന് പറയൂ? അതിൽ എന്തൊക്കെ കാണുന്നുണ്ട്? മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ. മെയിൽ സെക്സ് ഓർഗൻ ഈസ് ആന്തറീഡിയം ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഈസ് ആർക്കിഗോണിയം. ഓക്കെ അല്ലേ? യെസ്, റെഡി ആണല്ലോ? ഇപ്പൊ മക്കളെ നമ്മളെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് 2.2K ആണ്. ഓക്കെ, 953 ലൈക്ക് ഉണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചാൽ ഒന്ന് ഉഷാറാവട്ടെ. എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കൊന്നും വേണ്ട. ആരും ഒന്നിനും പേടിക്കേണ്ട കാര്യമല്ല. ധൈര്യമായിട്ട് നിങ്ങൾ പോയിക്കോ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് ഓടിച്ചു പോകണമെന്ന് മാത്രം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ജിംനോസ്പെർമ്സ് ആർ റെഫേർഡ് ടു ആസ് naked seeded plants. naked seeded plants. ഓക്കെ, ബിക്കോസ് എന്തുകൊണ്ടാണ് അതിനെ നേക്കഡ് സീഡ്സ് എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, ജിംനോസ്പെർമിനെ നമ്മൾ നേക്കഡ് സീഡ് എന്ന് വിളിക്കുന്നു. കാരണം എന്തായിരുന്നു? ബിക്കോസ് their fruits are not enclosed, their seeds are not enclosed in the fruit. അപ്പോൾ ഫ്രൂട്ട് എവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. സോ നമ്മുടെ ആൻസർ എന്താണ്? they lack ovaries. അവർക്ക് ഓവറി ഇല്ല. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ജിംനോസ്പെർം കാര്യങ്ങൾ ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ പ്ലാന്റ്സ് വിച്ച് പ്രൊഡ്യൂസ് സീഡ്സ് ബട്ട് നോ ഫ്രൂട്ട്.
സീഡ് ഉണ്ട്, ഫ്രൂട്ട് ഇല്ല. സീഡ് ഉണ്ട്, ഫ്രൂട്ട് ഇല്ല. ഒരു സംശയവും വേണ്ട, നമ്മുടെ ഉത്തരം ആരാണ്? ജിംനോസ്പേം ആണ്. സീഡ്ലെസ്, സീഡ്ലിംഗ്. സീഡ്ലെസ് എന്ന് വെച്ചാൽ ക്രിപ്റ്റോഗ്യാംസ് ആണ്, ആൽഗെ, അതേപോലെ തന്നെ ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് ആണ്. സീഡ്ലിംഗ് എന്ന് വെച്ചാൽ അതാരാണ്? ജിംനോസ്പേംസും ആൻജിയോസ്പേംസും ആണ്. അതിൽ ഫ്രൂട്ട്, അതായത് പിന്നെ ഫ്ലവേഴ്സ് ഒക്കെ ഫോം ചെയ്യുന്നത് നമുക്കറിയാം ആൻജിയോസ്പേമിന്റെ കേസിലാണ്. നിങ്ങൾക്കറിയാം. ക്ലിയർ ആണല്ലോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. മൈക്കോറൈസൽ റൂട്ട്, മൈക്കോറൈസ നമുക്കറിയാം. മൈക്കോറൈസ, ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ആ റൂട്ടിന് ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട് ജിംനോസ്പേമിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ എക്സാമ്പിൾ ആരാണ്? പൈനസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഓക്കെ, ആൻസർ വന്നു പൈനസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾക്ക് ഈ സിട്രസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. അടുത്ത ഓപ്ഷൻ കൂടി നോക്ക്. കോറലോയിഡ് റൂട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കോറലോയിഡ് റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ. Coralloid roots have symbiotic association with the nitrogen fixing cyanobacteria. അല്ലേ? നമുക്കറിയാം കോറലോയിഡ് റൂട്ട് നമുക്ക് ആരിലാണ് കാണപ്പെടുന്നത്? ഇത് സൈക്കസിന്റെ പ്രത്യേകതയാണ് കോറലോയിഡ് റൂട്ട് എന്ന് പറയുന്നത്. തെറ്റിക്കരുത്. കോറലോയിഡ് റൂട്ട് ആരാണ്? സൈക്കസ് ആണ്. മൈക്കോറൈസ ആണെങ്കിൽ ആരായിരിക്കും? പൈനസ് ആയിരിക്കും. ഇനി സിട്രസ് അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് ആരിൽ കാണപ്പെടുന്നത്? സിട്രസിൽ കാണപ്പെടുന്നത്. ഓക്കെ, മറക്കരുത്. ഇത് രണ്ടിന്റെയും പ്രത്യേകത മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. സ്റ്റൊമാറ്റ, the gymnosperm, the leaves of gymnosperm are well adapted to withstand extreme conditions of temperature, humidity and wind because of which of the following features? ജിംനോസ്പേമിനെ നിങ്ങൾക്കറിയാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, പണ്ടുള്ള ആളുകളൊക്കെ അവരുടെ ട്രഷേഴ്സ് ഒക്കെ കുഴിച്ചിടുന്നത് പറമ്പ് കറച്ചും, എന്താ പറയാ, സ്ഥലം ഇങ്ങനെ കുറെ കിടക്കുന്നുണ്ടാവും, അതിൽ എവിടെയെങ്കിലും കുഴിച്ചിടും. അപ്പൊ എപ്പോഴും അവരൊരു അടയാളം വെക്കാറുള്ളത് ജിംനോസ്പേമിനെയാണ്. കാരണം ജിംനോസ്പേം പെട്ടെന്ന് നശിച്ചു പോവില്ല, ഈന്ത് നശിച്ചു പോവില്ല. ഈന്തായിരുന്നു അവർ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. കാരണം അവർക്ക് 3 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. നീഡിൽ ലൈക്ക് ലീഫ്, അപ്പൊ അവരുടെ ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയായിരുന്നു. തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ടായിരുന്നു. ക്യൂട്ടിക്കിൾ കട്ടിയുള്ളത് കൊണ്ട് തന്നെ വാട്ടർ ലോസ് കുറയും. അതേപോലെ തന്നെ സങ്കൺ സ്റ്റൊമാറ്റ ഉള്ളോട്ട് ഇറങ്ങി നിൽക്കുമായിരുന്നു, അപ്പം വാട്ടർ ലോസ് കുറയും. അപ്പൊ ഇതെല്ലാമായിരുന്നു അതിന്റെ ആൻസർ. അപ്പം നമ്മുടെ ആൻസർ ഓൾ ഓഫ് ദീസ് ഡി ആണ്. വെരി ഗുഡ്, എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നോക്കൂ മക്കളെ, നമ്മൾ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻജിയോസ്പേം, ഓക്കെ, ഫങ്ഷണൽ മെഗാസ്പോർ ഡെവലപ്പ് ഇൻ ടു. ആൻജിയോസ്പേമിൽ ഫങ്ഷണൽ മെഗാസ്പോർ എന്തായിട്ടാണ് മാറുന്നത്? നിങ്ങൾക്ക് ഇത് സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ്. ഓക്കെ, അതിലൊരൊറ്റ പോയിന്റ് മാത്രം ഓർത്താൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ആൻസർ പലരും പറഞ്ഞു തുടങ്ങി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം അവിടെ മെഗാസ്പോർ മദർ സെൽ ഉണ്ടായിരുന്നു. മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോ മിയോസിസ്, അല്ലെ? അവിടെ എന്ത് നടക്കുമായിരുന്നു? മിയോസിസ് നടന്നു കഴിഞ്ഞാൽ 4 മെഗാസ്പോർസ് ഫോം ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. 4 മെഗാസ്പോർ ഉണ്ടാവുമായിരുന്നു. ആ 4 എണ്ണത്തിൽ 3 എണ്ണവും എന്ത് സംഭവിക്കും? ഡീജനറേറ്റ് ചെയ്തു പോവും, അത് നശിച്ചു പോവും. പിന്നെ 1 മാത്രമാണ് എന്തുള്ളത്? ഫങ്ഷണൽ ആയിട്ടുള്ളത്. ആ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ എന്തായിട്ട് മാറുമായിരുന്നു? എംബ്രിയോ സാക്ക് ആയിട്ട് മാറുമായിരുന്നു. അപ്പൊ ആൻസർ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് സംഭവം ക്ലിയർ ആണ്. ആൻസർ ഈസ് എ, എംബ്രിയോ സാക്ക്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും മക്കളെ. ഇതാണ് നമ്മൾ ഈ ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡോണ്ട് വെറി. ഓക്കെ, നാളെ നിങ്ങൾ എക്സാം കഴിഞ്ഞ് വരുന്നേരം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നേരം നിങ്ങൾക്ക് ഓർമ്മ വരും, ഇത് ഇന്നലെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. Dash in a dominant independent diploid sporophyte alternate with short-lived independent haploid gametophytes. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശരിക്കും ഓർക്കണം. നമുക്കറിയാം ബ്രയോഫൈറ്റും ടെറിഡോഫൈറ്റും പല ആളുകളോടും എന്ത് ചെയ്യാറുണ്ട്? മാറിപ്പോവാറുണ്ട്. ഓക്കെ, ബ്രയോഫൈറ്റും ടെറിഡോഫൈറ്റും. ഓക്കെ, ഹാപ്ലോ ഡിപ്ലോണ്ടിക്കിന്റെ എക്സാമ്പിൾ ആണെന്ന് നമുക്കറിയാം. നല്ലോണം ശ്രദ്ധിച്ചേ. ബ്രയോഫൈറ്റിന്റെ മെയിൻ ബോഡി ഗ്യാമിറ്റോഫൈറ്റ്. ടെറിഡോഫൈറ്റിന്റെ മെയിൻ ബോഡി ആരാണ്? സ്പോറോഫൈറ്റ് ആണ്. ഓക്കെ, ഇനി ഓർക്കേണ്ടത്, ഈ ഗ്യാമിറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആര് കാണപ്പെടുന്നത്? അടുത്ത ഫേസ് ആയിട്ടുള്ള ആര് കാണപ്പെടുന്നത്? സ്പോറോഫൈറ്റ് ഇവിടെ കാണുന്നത്.
ഓക്കെ, സ്പോറോഫൈറ്റ് കാണുന്നു. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. ഇൻഡിപെൻഡന്റ് ആണ് ഇവിടെ വരുന്ന അടുത്ത ഘട്ടം. അതാരായിരുന്നു? ഗ്യാമിറ്റോഫൈറ്റ്. അപ്പം ഇതാരുടെ പ്രത്യേകതയാണ്? ടെറിഡോഫൈറ്റിന്റെ പ്രത്യേകതയല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ ആൻസർ ആരാണ്? സി ആണ്. യെസ്, നിങ്ങൾ ആൻസർ പറഞ്ഞു സി. ഈ ഒരു കാര്യം, അതായത് ബ്രയോഫൈറ്റിലുള്ള ആള് ഡോമിനേറ്റ് ചെയ്യുന്ന ആളെ അടുത്ത ആൾ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഡോമിനേറ്റ് ചെയ്യുന്നത് ഗ്യാമിറ്റോഫൈറ്റ് ആണ്, അതിനെന്ത് ചെയ്യും? സ്പോറോഫൈറ്റ് ഡിപ്പെൻഡ് ചെയ്യും. അടുത്തതിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാതെയാണ് ആര് വരുന്നത്? അതിന് അടുത്ത ഫേസ് വരുന്നത് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങൾക്കറിയാം ലൈഫ് സൈക്കിൾ, പ്ലാൻ ലൈഫ് സൈക്കിൾ 3 പഠിച്ചിട്ടുണ്ട്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ആൽഗൽ ജനീറ ആർ ഡേഷ് ബട്ട് ഫ്യൂക്കസീസ്. ആൽഗെ കാണിക്കുന്നത് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞു. ഹാപ്ലോ ഡിപ്ലോണ്ടിക്കിന് എക്സാമ്പിൾ ബ്രിയോഫൈറ്റും ടെറിഡോഫൈറ്റും ആണ്. ഡിപ്ലോണ്ടിക്കിന് എക്സാമ്പിൾ ആൻജിയോസ്പേംസും ജിംനോസ്പേംസും ആണ്. ഹാപ്ലോണ്ടിക് മെയിൻ ആയിട്ട് കാണിക്കുന്നത് ആരാണ്? ഹാപ്ലോണ്ടിക് മെയിൻ ആയിട്ടും കാണിക്കുന്നത് ആൽഗയാണ്. അങ്ങനെയെങ്കിൽ അപ്പം ഇത് ആൽഗയാണ്. പക്ഷെ ഫ്യൂക്കസ് അവിടെ എന്താണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഫ്യൂക്കസ് കാണിക്കുന്നത് എന്തായിരുന്നു? ഡിപ്ലോണ്ടിക് ആയിരുന്നു അല്ലേ? എക്സെപ്ഷണൽ കേസ് ആയിരുന്നു. ആപ്ലോ ഡിപ്ലോണ്ടിക് കാണിക്കുന്ന പോളിസൈഫോണിയ, കെൽപ്സ്, എക്ടോകാർപ്പസിനെ കുറിച്ചും നിങ്ങൾ ഇതിന്റെ കൂടെ ഓർത്ത് വെക്കണം. ക്ലിയർ അല്ലേ മക്കളെ? ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന മോസ്റ്റ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒരു ഹൃദയം തന്ന് സഹായിക്കും മക്കളെ. എങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു ചാപ്റ്റർ ആണ്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ, റെഡി ആണല്ലോ? യെസ്. ഓക്കെ, റെഡി. ഇപ്പൊ നമ്മളെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞത് 2.5 കടന്നിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ലൈക്ക് 1.3 ആണ്. ബാക്കിയുള്ള ആളുകൾ ഒന്ന് ലൈക്ക് അടിച്ച് സഹായിച്ചേ. ഓക്കെ, റെഡി? യെസ്, അതാ ഹൃദയം തന്നിരിക്കുന്നു. ഞാൻ ഈ ഹൃദയം തരാത്തതുകൊണ്ട് ഞാൻ ആകെ ടെൻഷനായി നിൽക്കുകയായിരുന്നു, നിങ്ങളൊക്കെ വിട്ടുപോയോ എന്ന് ആലോചിച്ചിട്ട്. ഓക്കെ, ഇപ്പൊ എല്ലാവരും ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പി ആവണം. ഓക്കെ, നാളെ നമുക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇറങ്ങി വരേണ്ടത്. യെസ്, റെഡി. ഓക്കെ ആണല്ലോ? നാളെ എക്സാം കഴിഞ്ഞാൽ ഇങ്ങ് പോരാ, നമുക്ക് അതിന്റെ ലൈവ് ഡിസ്കഷൻ നമുക്ക് കാണാം. റെഡി? യെസ്, റെഡി ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? യെസ്, എങ്കിൽ നമുക്ക് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവുക. എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോരുത്. എന്ത് ചെയ്യാ? ക്ലാസ് കാണുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാ? ചായ കുടിച്ചോണ്ട് കണ്ടുകൊണ്ട്. ഓക്കെ, റെഡി? സെറ്റ് ആണല്ലോ? യെസ്, എങ്കിൽ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് സിമ്പിൾ ആണ്, പെട്ടെന്ന് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട, നിങ്ങൾക്ക് ആദ്യം മുതലേ അറിയാവുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത്? സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ, വിച്ച് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ പ്രോകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ട് യൂകാരിയോട്ട് നിങ്ങൾക്ക് അറിയാം, വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രോകാരിയോട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്? മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, ട്രൂ ന്യൂക്ലിയസ് ഒക്കെ ആബ്സെന്റ് ആണ്. യൂകാരിയോട്ടിൽ ഇതൊക്കെ ഉണ്ട്. ഓക്കെ, യെസ്, എങ്കിൽ നോക്കൂ, വിച്ച് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ പ്രോകാരിയോട്ടിക് സെൽ. അപ്പൊ പ്രോകാരിയോട്ടിക് സെല്ലിൽ ഇല്ലാത്തത് ഏതാണെന്നാ ചോദിച്ചത്. നമുക്കറിയാം അവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, അതായത് ട്രൂ ന്യൂക്ലിയസ് ഇല്ല. അപ്പം അത് ആബ്സെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? റെഡി? യെസ്, എങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ഈ ക്വസ്റ്റ്യൻ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ NCERT-യിലൂടെ നല്ലോണം ഓടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഓക്കെ, റെഡി ആണല്ലോ? യെസ്, റെഡി. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണോ? അല്ല, അതിന് മുമ്പത്തെ ആൻസർ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. വിച്ച് ലെയർ ഓഫ് സെൽ എൻവലപ്പ് ഡിറ്റർമിൻ ദ ഷേപ്പ് ഓഫ് ദി സെൽ ആൻഡ് പ്രൊവൈഡ് എ സ്ട്രോങ് സ്ട്രക്ചറൽ സപ്പോർട്ട് ടു പ്രിവെന്റ് ബാക്ടീരിയം ഫ്രം ബേസ്റ്റിംഗ് ആൻഡ് കൊളാപ്സിംഗ്. അല്ലെ, ആരുടെ പ്രത്യേകതയാണ് ഇത്? ഓ യെസ്, ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, സെൽ എൻവലപ്പിൽ വരുന്ന ഭാഗമാണ്. നമുക്കറിയാം പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, സെൽ വാളൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം. ഓക്കെ, അപ്പം അതിൽ ഗ്ലൈക്കോ കാലിക്സും അതേപോലെ തന്നെ ക്യാപ്സ്യൂളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, റെഡി. പക്ഷേ ഇവിടെ നമ്മളോട് പറഞ്ഞത് പ്രൊവൈഡ് എ സ്ട്രോങ് സ്ട്രക്ചറൽ സപ്പോർട്ട് ഉണ്ട്, നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് പ്രിവെന്റ് ബാക്ടീരിയം ഫ്രോം ബേസ്റ്റിംഗ് ആൻഡ് കൊളാപ്സിംഗ്. എവിടെയെങ്കിലും തട്ടി പൊട്ടി പോവാതിരിക്കാതെ തടയുന്നത് ആരാന്നാണ് ചോദിക്കുന്നത്. ഇത് ഒരു സംശയവും വേണ്ട, ഇത് ആരുടെ പ്രത്യേകതയാണ്? സെൽ വാൾ. ആരുടെ ക്യാരക്ടറാണ്? സെൽ വാൾ. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? യെസ്. ഇനി അടുത്തതിലേക്ക് പോകും മക്കളെ, അടുത്തതിലേക്ക് പോകും എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദ ലോങ്സ്റ്റ് പോർഷൻ, ഓക്കെ, the longest portion of the bacterial flagellum that extend from the cell surface to the outside is called cell surface to outside. Okay, ready ആണല്ലോ?
അങ്ങനെയെങ്കിൽ ഇതാരുടെ പ്രത്യേകത? നമുക്കറിയാം ബാക്ടീരിയൽ ഫ്ലജലത്തിന് 3 ഭാഗമുണ്ട്. ബാക്ടീരിയൽ ഫ്ലജലത്തിന് 3 ഭാഗമുണ്ട്. ഏതൊക്കെയാണ്? ഫിലമെന്റ്, ഹുക്ക്, ബേസൽ ബോഡി. അപ്പൊ നമ്മുടെ ആൻസർ ആരാണ്? ഫിലമെന്റ് ആണ്. റെഡിയാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ലാർജർ സബ് യൂണിറ്റ് ഓഫ് പ്രോകാരിയോട്ടിക് റൈബോസോം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. റൈബോസോം നമുക്കറിയാം 2 എണ്ണം ഉണ്ട്. റൈബോസോം 70S ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? 80S ഉണ്ട്. 70S ഉണ്ട്, അതേപോലെ തന്നെ 80S ഉണ്ട്. റെഡിയാണല്ലോ? ഈ 70S കാണപ്പെടുന്നത് പ്രോകാരിയോട്ടുകൾക്കും അതേപോലെ തന്നെ 80S കാണപ്പെടുന്നത് യൂകാരിയോട്ടുകൾക്കുമാണ്. അപ്പം എല്ലാത്തിലും 2 സബ് യൂണിറ്റുകൾ ഉണ്ട്. വലിയ സബ് യൂണിറ്റ് ഉണ്ട്, ചെറിയതുണ്ട്. ഇവിടത്തെ വലിയത് എന്ന് പറയുന്നത് ആരാണ്? 50S ചെറുതാരാണ്? 30S ആണ്. ഇവിടത്തെ വലുതാരാണ്? 60S ആണ്. ഇവിടത്തെ ചെറുതാരാണ്? 40S ആണ്. സോ നമുക്കറിയാം പ്രോകാരിയോട്ടിൻ്റെതാണല്ലോ നമ്മളോട് ചോദിച്ചത്. അവരുടെ ലാർജർ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 50S ആണ്. ആൻസർ ഈസ് സി. ഓക്കെ. വു ഫസ്റ്റ് സോ ആൻഡ് ഡിസ്ക്രൈബ്ഡ് എ ലൈഫ് സെൽ. ഇത് പലപ്പോഴും നമ്മളോട് മാറിപ്പോകുന്ന ഒരു ചോദ്യമാണ്. അപ്പം സോ ആൻഡ് ഡിസ്ക്രൈബ്ഡ് എ ലിവിംഗ് സെല്ലിനെ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് ആരായിരുന്നു? ഒരു സംശയവും വേണ്ട. ആരാണ്? ആന്റൺ വോൺ ലിയൻ ഹുക്ക് ആയിരുന്നു. ഓക്കെ. മാത്യു ഷ്ലീഡൻ ആണ് പ്ലാന്റ് സെല്ല് കണ്ടെത്തിയത്. പ്ലാന്റ് സെല്ല്. ഓക്കെ. തിയോഡർ ഷാൻ ആണ് ആനിമൽ സെല്ല് കണ്ടെത്തിയത്. ആനിമൽ സെൽ. റുഡോൾഫ് വിൽഷ് ആണ് മോഡേൺ സെൽ തിയറി, ഒമ്നി സെല്ലുല, ഈ സെല്ലുല എന്ന സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നു. ന്യൂ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് പറഞ്ഞു. ഓക്കെ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഓക്കെ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെവറൽ റൈബോസോം മേ അറ്റാച്ച് സിംഗിൾ mRNA ആൻഡ് ഫോം എ ചെയിൻ. ഓക്കെ. നമുക്കറിയാം റൈബോസോം ആരുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു? mRNA ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതങ്ങനെ ഉണ്ടാവുന്നതാണ് പോളിസോം അല്ലെങ്കിൽ പോളി റൈബോസോം. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. ഓക്കെ. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രോകാരിയോട്ടിക് സെൽ ഡസ് നോട്ട് പോസസ്. പ്രോകാരിയോട്ടിക് സെല്ലിൽ ഇല്ലാത്തത്. ഓക്കെ. ഓക്കെ. ഏതാണ്? നമുക്കറിയാം മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് കാണപ്പെടുന്നില്ല. സോ ആൻസർ ഈസ് മൈറ്റോകോൺഡ്രിയോൺ. ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നോ പ്രോബ്ലം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെൽ ഓർഗനൽ പ്രസന്റ് ഇൻ ബോത്ത് പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട്. എ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ നമുക്കറിയാം പ്രസന്റ് ഇൻ ബോത്ത് പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട്. സോ നമ്മുടെ ആൻസർ ആരായിരിക്കും? റൈബോസോം ആണ് ആൻസർ. റൈബോസോം. ക്ലിയർ? റെഡി ആണല്ലോ? യെസ്. നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സെല്ലിന്റെ ചില ഷേപ്പ് സൈസ് നോക്കിയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും നിങ്ങൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. റെഡി? നോക്കിക്കോളൂ ഏതൊക്കെയാ. ഇതിന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞെല്ലാരും. ഓക്കെ. റെഡി? നോക്കൂ. മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയുടെ സൈസ് എത്രയാണ്? നമുക്കറിയാം 0.3 μm ആണ്. അതേപോലെ തന്നെ RBCയുടെ സൈസ് എത്രയാണ് മക്കളെ? RBC 7 μm ആണ് വരുന്നത്. ഓക്കെ. ഇനി ബാക്ടീരിയ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം ബാക്ടീരിയ എത്രയാണ്? 3 to 5 ആണ്. ഇനി യൂകാരിയോട്ടിക് സെൽ ആണെങ്കിൽ 10 to 20 ആണ്. സോ നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് ഏതായിരിക്കും? സി ആയിരിക്കും. ആൻസർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെൽ മെംബ്രെയിൻ ലിപ്പിഡ്, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. ഇതിന്റെ റേഷ്യോ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് വേരീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ടാവും. എത്ര ലിപ്പിഡ്സ് ഉണ്ട്? 48% ആണ് ലിപ്പിഡ്സ് കാണുന്നത്, 52% പ്രോട്ടീൻസ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. സെൻട്രിയോൾസ് ആൻഡ് സെൻട്രോസോംസ് ഒക്കേഴ്സ് ഇൻ ദ സെൽസ് ഓഫ്. സെൻട്രിയോൾസും സെൻട്രോസോംസും ഓക്കെ ആരിലാ കാണപ്പെടുന്നത്? നമുക്കറിയാം ആരിൽ മാത്രം കാണപ്പെടുന്നു? ആനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്നതാണ്. ആൻസർ ഈസ് ബി. ഓക്കെ. ക്ലിയർ? റെഡി ആണല്ലോ? യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഓർഗനൽ ഇൻവോൾവ്ഡ് ഇൻ മോഡിഫിക്കേഷൻ ആൻഡ് റൂട്ടിംഗ് ഓഫ് ന്യൂലി സിന്തസൈസ്ഡ് പ്രോട്ടീൻ ടു ദെയർ ഡെസ്റ്റിനേഷൻ. അപ്പൊ ഒന്നുമില്ല, മോഡിഫിക്കേഷൻ നമുക്കറിയാം, അത് കൊണ്ടുപോകുന്ന എസ്പെഷ്യലി ട്രാൻസ്പോർട്ടേഷൻ ആണ്. റൂട്ടിംഗ് ഓഫ് ന്യൂലി സിന്തസൈസ്ഡ് പ്രോട്ടീൻസിനെ ക്യാരി ചെയ്യുന്നത് നമുക്കറിയാം. പ്രോട്ടീൻ സിന്തസിസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഇൻ ദ പ്രസൻസ് ഓഫ് റൈബോസോം നടക്കുന്നതാണ്. സോ നമ്മുടെ ആൻസർ ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഓക്കെ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെൽ ഓർഗനൽ കണക്റ്റഡ് വിത്ത് ഇന്റർ സെല്ലുലാർ ഡൈജഷൻ. ഡൈജഷൻ എന്ന് കണ്ടാൽ ഇൻട്രാ സെല്ലുലാർ ഓർ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് കണ്ടാൽ ഒരു സംശയവും വേണ്ട. ആൻസർ ഈസ് ലൈസോസോം. ഓക്കെ. ക്ലിയർ? റെഡി അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലൂടെ നല്ലോണം പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ 2 സ്റ്റേറ്റ്മെന്റ് കാണാം. എ സ്ട്രക്ചർ ദാറ്റ് കണക്ട് സൈറ്റോപ്ലാസം ഓഫ് നൈബറിംഗ് സെൽസ്. ഓക്കെ. നൈബറിംഗ് സെൽസിന്റെ സൈറ്റോപ്ലാസം കണക്ട് ചെയ്യുന്നു. അനദർ വിച്ച് ഹോൾസ് ഓർ ഗ്ലൂസ് ദ ഡിഫറെന്റ് നൈബറിംഗ് സെൽസ് ടുഗദർ. ഇത് രണ്ടും ആരാണ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്കറിയാം കണക്ട് ദ സൈറ്റോപ്ലാസം ഓഫ് നൈബറിംഗ് സെൽ പ്ലാസ്മോഡെസ്മാറ്റയാണ്.
Another which holds or glues different neighboring cells ആണെങ്കിൽ ആരാണ്? മിഡിൽ ലെമല്ലയാണ്. സോ നമ്മുടെ ആൻസർ ഈസ് ബി. ആൻസർ ഈസ് ബി. മാറിപ്പോവരുത്, ശ്രദ്ധിക്കണം, ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം, മാറിപ്പോവരുത്. ഓക്കെ, റെഡി ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ സെൽ വാൾ ഓഫ് യങ് പ്ലാന്റ് സെൽ ദാറ്റ് പ്രൈമറി വാൾ ഈസ് കേപ്പബിൾ ഓഫ് ഗ്രോത്ത് which gradually diminishes the cell matures and the secondary wall is formed. Okay, എങ്ങോട്ടേക്കാണ് ഫോം ചെയ്യുന്നത്? നമുക്കറിയാം അത് ഇന്നർ സൈഡിലേക്കാണ് ഫോം ചെയ്യുന്നത്. ഇന്നർ സൈഡ് ഓഫ് ദി സെൽ. മാറിപ്പോരുത്, ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, മാറിപ്പോരുത്, ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നല്ലോണം ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. എ പ്ലാന്റ് സെൽ ഹാസ് ലാർജ് സെൻട്രൽ വാക്യൂൾ ആൻഡ് റിജിഡ് സെൽ വാൾ. ആൻസർ എ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, റെഡി ആണല്ലോ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. നമുക്കറിയാം സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ഉണ്ട്, അതേപോലെ തന്നെ ഡബിൾ ലെയർഡ് ഉണ്ട്. ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ഓർഗനൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇവിടെ ചോദിച്ചത് പെറോക്സിസോം, ലൈസോസോം, മൈറ്റോകോൺട്രിയ സിംഗിൾ മെംബ്രെയിനസ് കവറിംഗ് ഒക്കേഴ്സ് ഇൻ ഔട്ട് ഓഫ്. ഓക്കെ, അതിൽ നമുക്കറിയാം ആരാണ്? ബോത്ത് പെറോക്സിസോം ആൻഡ് ലൈസോസോം ആണ് സിംഗിൾ മെംബ്രെയിനസ്. കാരണം മൈറ്റോകോൺട്രിയ എന്തായിരുന്നു? ഡബിൾ ലെയർഡ് ആണ്. ഡബിൾ ലെയർഡ്, രണ്ട് പാളികൾ, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും. അങ്ങനെ വരുന്നത് ക്ലോറോപ്ലാസ്റ്റിനുണ്ട്, അതേപോലെ തന്നെ ന്യൂക്ലിയസിനുണ്ട്. ആൻസർ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാന്നുള്ളതാണ്. ER helps in transport of substances, synthesis of lipoproteins and glycogen. ശരിയാണ്. The secretion ആണ്, ശരിയാണ്. Mitochondria helps in oxidative phosphorylation, നമുക്ക് ശരിയാണ്. The grana in plastic the site of dark reaction. നമുക്കറിയാം ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലാണ്, അപ്പൊ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനിലാണ്. സോ ഇൻകറക്റ്റ് ഏതാണ്? ഡി ആണ് ആൻസർ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. മെജോറിറ്റി ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ. നമുക്കറിയാം മെജോറിറ്റി കാണപ്പെടുന്നത്, ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നത് മീസോഫിൽ സെല്ലുകളിലാണ്. ഓക്കെ, മാറിപ്പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ. എനർജി റിലീസിംഗ് റിയാക്ഷൻ. നമുക്കറിയാം മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് എന്ത് നടക്കുന്നു? ATP യുടെ ഫോർമേഷൻ നടക്കുന്നു, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. സോ ആൻസർ ഈസ് സി ആണ്. ഓക്കെ, റെഡി. ഇനി ക്രോമാറ്റിൻ ഓൺ ക്രോമസോം കൺസിസ്റ്റ് ഓഫ്. നമുക്കറിയാം അത് മെയ്ഡപ്പ് ഓഫ് ഏതൊക്കെയാണ്? DNA ആൻഡ് ഹിസ്റ്റോൺസ് ആണ്. DNA ആൻഡ് ഹിസ്റ്റോൺസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്ലജെല്ല ഒക്കേഴ്സ് ഇൻ. ഫ്ലജെല്ല നമുക്ക് പലപ്പോഴും മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. ഇത് പ്രോകാരിയോട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. പക്ഷേ ഇത് പ്രോകാരിയോട്ടിലും അതേപോലെ തന്നെ യൂകാരിയോട്ടിലും നമുക്കറിയാം ട്യൂബുലിനും ഫ്ലജല്ലിനും ഒക്കെ ആയിട്ട് കിടക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ ഈസ് എ, ഡി ആണ്. ബോത്ത് എ ആൻഡ് ഡി. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. പെരി ന്യൂക്ലിയർ സ്പേസ് ഈസ് ഫൗണ്ട് ഇൻ. ഓക്കെ, പെരി ന്യൂക്ലിയർ സ്പേസ്, അവസാന ന്യൂക്ലിയസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്പേസ് എത്രയാന്നുള്ളത് മറക്കരുത്. 10 to 50 nm ആണ്. 10 to 50 nm. ഓക്കെ, നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളിതാ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 2 ക്വസ്റ്റ്യനോട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാൻ പോവാണ്. അതിനുശേഷം ഉണ്ണിത്താൻ സാർ സുവോളജി ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും സെറ്റ് ആയി നിൽക്കുക. മെംബ്രെയിൻ ബൗണ്ട് മൈന്യൂട്ട് വെസിക്കിൾസ് ദാറ്റ് കണ്ടെയ്ൻ വേരിയസ് എൻസൈംസ് ആർ ഫൗണ്ട് ഇൻ പ്രസന്റ് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. ഏതാണ്? മൈക്രോ ബോഡീസ് ആണ്. മൈക്രോ ബോഡീസിലാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. RNA ഈ സിന്തസൈസ്ഡ് ഇൻ. നമുക്കറിയാം RNA റൈബോസോമൽ RNA എവിടെ വെച്ചാണ് സിന്തസൈസ് ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാം, ന്യൂക്ലിയോലസിൽ വെച്ചിട്ടാണ് സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, റെഡി. ഓർഗനൽ ഇമ്പോർട്ടന്റ് ഇൻ സ്പിൻഡിൽ ഫോർമേഷൻ ഡ്യൂറിംഗ് ന്യൂക്ലിയർ ഡിവിഷൻ. നമുക്കറിയാം സ്പിൻഡിൽ ഫോർമേഷൻ ആ സെൽ ഡിവിഷൻ മൈറ്റോസിസിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്, മിയോസിസിലൊക്കെ അങ്ങനെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത് അത് എവിടെ നിന്നാണ്? സെൻട്രിയോൾസിൽ നിന്നാണ്. ഓക്കെ, റെഡി. യെസ്. Within nucleus, DNA is organized along with the protein into a material called. Okay, ഏതായിരുന്നു? ന്യൂക്ലിയസ്. വിത്തിൻ ന്യൂക്ലിയസ് DNA is organized with along with the protein. നമുക്കറിയാം ആരുടെ ഫീച്ചർ ആണ്? ക്രൊമാറ്റിനെ കുറിച്ചാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കാണാം, ശ്രദ്ധിക്കുക. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. യൂകാരിയോട്ടിക് പ്ലാന്റ് സെൽ. ഇവിടെ നമ്മൾ ഇൻകറക്റ്റ് ഏതൊക്കെയാണ്? പ്ലാന്റ് സെല്ലുമായിട്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പെട്ടെന്ന് നോക്കുക. ഇൻകറക്റ്റ് യൂകാരി പെപ്റ്റിഡോഗ്ലൈക്കോൺ, ഇത് തെറ്റാണ്. പ്ലാസ്മോഡസ്മാറ്റ സെൻട്രിയോൾ ആർ ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽസ്, തെറ്റാണ്. റൈബോസം മാനുഫാക്ചർ ഓഫ് പ്രോട്ടീൻസ്, ശരി. ഓക്കെ, അമൈലോപ്ലാസ്റ്റ് ശരിയാണ്. അപ്പം 1 and 2 ആണ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് പ്ലാന്റ് സെൽ. എ മേജർ സൈറ്റ് ഓഫ് സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ്. ലിപ്പിഡ് സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയിരുന്നു. പ്രോട്ടീൻ സിന്തസിസ് ആണെങ്കിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ക്ലിയർ? ഓക്കെ. എ ക്രോമസോം വിത്ത് സെൻട്രോമിയർ നിയർ ടു വൺ ഫോമിംഗ് ആൻഡ് ഷോർട്ടർ ആൻഡ് ലോങ്ങർ ആം ഈസ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അത് സബ് മെറ്റാസെൻട്രിക് ആണ്. നടുവിലാണ് കാണപ്പെടുന്നെങ്കിൽ മെറ്റാസെൻട്രിക് ആണ്. കുറച്ച് മാറിക്കഴിഞ്ഞാൽ സെൻട്രൽ നിന്നും സ്ലൈറ്റ്ലി അവേ ആണെങ്കിൽ അത് സബ് ആണ്.
ഇനി അതിന്റെ അറ്റത്തേക്ക് പോയിട്ട് ഒന്ന് വളരെ വലുതും വെരി ലോങ് ആൻഡ് വെരി ഷോർട്ട് ആണെങ്കിൽ എന്തായിരിക്കും? അക്രോസെൻട്രിക് ആണ്, നിങ്ങൾക്കറിയാം. ഇനി ടെർമിനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കത് ടീലോസെൻട്രിക് ആണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്ക് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഓർക്കേണ്ടത് ഈ 2 ചാപ്റ്റർ നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തോളൂ. അപ്പം അടുത്ത ചാപ്റ്ററുമായിട്ട് ആരും എവിടെയും പോകാൻ പാടില്ല. അടുത്ത ചാപ്റ്ററുമായിട്ട് ആര് വരുന്നുണ്ട്? ഉണ്ണിത്താ സാർ ഇവിടെ സെറ്റായി നിൽക്കുകയാണ്. ഓക്കെ, റെഡി ആണല്ലോ? ആരും എവിടെയും പോകരുത്. റെഡി? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ചാപ്റ്ററിലൂടെ നമ്മൾ പോവാണ്. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് കാണാം. അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം. റെഡി? യെസ്, താങ്ക് യു. ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ മാരത്തൺ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സൂളജിയിലെ 2 ടോപ്പിക്സുമായിട്ടാണ്. ആദ്യത്തെ ടോപ്പിക് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. അപ്പോൾ അടിച്ചു പൊളിക്കണം. നാളെ നമ്മുടെ എക്സാമിനേഷനാണ്. ഇതൊരു ഫാസ്റ്റ് റിവിഷനാണ്. എല്ലാ ടോപ്പിക്സും നമ്മൾ വളരെ വിശദമായിട്ട് എടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് റീകോൾ ചെയ്ത് നിങ്ങളെ കൊണ്ടത് ഒന്ന് ചിന്തിപ്പിച്ച് എങ്ങനെ ആൻസർ ചെയ്യാം, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം, ഒരു കോൺഫിഡൻസ് തരിക എന്നുള്ളതാണ് ഈ ഒരു റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ ഒന്ന് വായിച്ചു നോക്കൂ. ഐ വോണ്ട് ടു വിൻ. നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്, അത് ആലോചിക്കുക. 2, ബി ഹാപ്പി, സ്റ്റേ കൂൾ ആൻഡ് റിലാക്സ്, ടീം സൈലം വിത്ത് യു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ റിലാക്സ് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ. റിലാക്സ് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ഫിഷസ് എക്സ്ക്രീറ്റ് വിച്ച് നൈട്രോജീനസ് വേസ്റ്റ് ത്രൂ ദെയർ ഗിൽ സ്ട്രക്ചർ? അമോണിയ, ഗ്വാനിൻ, യൂറിയ, യൂറിക് ആസിഡ്. മക്കൾ ഒന്ന് നോക്കിയിട്ട് പറ്റുമെങ്കിൽ പെട്ടെന്നൊന്ന് മെസ്സേജ് അയക്കുക. എന്നോട് ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഞാൻ മറന്നുപോയി. അപ്പോൾ വെരി ഹാപ്പി ഗുഡ് മോർണിംഗ് കേട്ടോ, വെരി ഹാപ്പി ഗുഡ് മോർണിംഗ്, അടിപൊളി. ഓക്കെ, അപ്പം നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്നു. ഫിഷസ് എക്സ്ക്രീറ്റ് വിച്ച് നൈട്രോജീനസ് വേസ്റ്റ് ത്രൂ ദെയർ ഗിൽ സർഫസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്ക്രീഷൻ ഈസ് ദ എലിമിനേഷൻ ഓഫ് നൈട്രോജീനസ് വേസ്റ്റ്. ഓക്കെ അല്ലേ? 3 തരം എക്സ്ക്രീഷൻ ഉണ്ട്. ഏതൊക്കെയാ? അമോണോടെല്ലിസം, യൂറിയോടെല്ലിസം, യൂറിക്കോടെല്ലിസം. 3 ടൈപ്പ് ഉണ്ട്. ഈ അമോണോടെല്ലിസം കാണിക്കുന്നത് മെയിൻലി അക്വാറ്റിക് ഓർഗാനിസംസ് ആയിരിക്കും. അക്വാറ്റിക് ആയിട്ടുള്ള എല്ലാവരും അമോണോടെല്ലിസം കാണിക്കും. അതുപോലെ യൂറിയോ കാണിക്കുന്ന ആരൊക്കെയാന്ന് ചോദിച്ചാൽ മാമൽസ് കാണിക്കും. അതേപോലെ ടെറസ്ട്രിയൽ ആംഫിബിയൻസ് കാണിക്കും. ടെറസ്ട്രിയൽ ആംഫിബിയൻസ്. യൂറിക്കോ കാണിക്കുന്നത് റെപ്റ്റൈൽ, ബേർഡ്, ഇൻസെക്ട്, ഇത്രയും പേരായിരിക്കും. ജസ്റ്റ് ഒരു ബ്രീഫിംഗ്, അത്രയേ ഉള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫിഷസ് ആർ മോസ്റ്റ്ലി അക്വാറ്റിക്. അപ്പം അക്വാറ്റിക് അനിമൽസ് ആണെങ്കിൽ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യും. അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അവരുടെ ഗില്ലിൻ്റെ സർഫസിൽ കൂടിയാണ്. സോ ദ ഫസ്റ്റ് ആൻസർ 1 ആണ്, അമോണിയ ആണ്. എല്ലാവരും ചെയ്തു, വെരി ഗുഡ്, താങ്ക് യു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കുക, ക്രസ്റ്റേഷ്യൻസ് എക്സ്ക്രീറ്റ് ദെയർ നൈട്രോജീനസ് വേസ്റ്റ് ത്രൂ മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ആന്റിനൽ ഗ്ലാൻഡ്സ്, നെഫ്രീഡിയ, പ്രൊബോസിസ് ഗ്ലാൻഡ്. ഈ ക്രസ്റ്റേഷ്യൻസ് ആരാന്ന് ഞാൻ ആദ്യമേ പറയാം. ക്രസ്റ്റേഷ്യൻസ് ആർ അക്വാറ്റിക് ആർത്രോപോഡ്സ്. അക്വാറ്റിക് ആർത്രോപോഡ്സ്, വെള്ളത്തിൽ കിടക്കുന്ന ആർത്രോപോഡ്സ് ആണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. സ്പോഞ്ച് എടുക്കാം, അവൻ ഫുൾ ടൈം വെള്ളത്തിലാണ് അല്ലേ? അവന് എന്തില്ല? എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല, കാരണം വെള്ളത്തിലേക്ക് അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. സീലൻഡ്രേറ്റിനും എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. ഓക്കെ, ടെനോഫോറയ്ക്കും എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. എക്കേനോഡർമെറ്റയ്ക്കും എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. പോറിഫറ, സീലൻഡ്രേറ്റ, ടെനോഫോറ, എക്കേനോഡർമെറ്റ, ഇത്രയും പേർക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. ഫസ്റ്റ് എക്സ്ക്രീറ്ററി സിസ്റ്റം വരുന്ന പ്ലാറ്റി ഹെൽമിന്തിലായിരിക്കും. അത് ഫ്ലെയിം സെല്ലാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലെയിം സെൽ ഇത് പഠിച്ചു വെച്ചു, ഇത് ചോദിക്കാം മേ ബി. രണ്ടാമത്തേത് ആഷൽമിന്തായിരിക്കും. NCERT പറയുന്ന പോലെ ഒരു സിമ്പിൾ ട്യൂബ് ആയിരിക്കും, സിമ്പിൾ കനാൽ. അടുത്തത് അനലിഡ. ഇവനുള്ളത് നെഫ്രീഡിയ എന്ന് പറയുന്ന ഓർഗൻ ആയിരിക്കും, നെഫ്രീഡിയ. അടുത്തത് ആർത്രോപോഡ എടുത്തു കഴിഞ്ഞാൽ അക്വാറ്റിക് ആണെങ്കിൽ ദ ആന്റിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ് എന്ന് പറയും, ഗ്രീൻ ഗ്ലാൻഡ്. ഓക്കെ, അതേപോലെ ടെറസ്ട്രിയൽ ആണെങ്കിൽ മാൽപീജിയൻ ട്യൂബ്യൂൾസ്. മൊളുസ്ക ആണെങ്കിൽ പറയൂ ഫെദർലേക്ക് ഗില്ലാണ്. ഹെമികോഡേറ്റ ആണെങ്കിൽ അവർക്ക് പ്രൊബോസിസ് ഗ്ലാൻഡ് ആയിരിക്കും.
പ്രൊബോസിസ് ഗ്ലാൻഡ്, കോഡേറ്റഡ് വെർട്ടിബ്രേറ്റ് ആണെങ്കിൽ കിഡ്നീസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ആൻഡിനൽ ഗ്ലാൻഡ് 2 ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ മക്കൾ പഠിക്കുമ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഒന്ന് മനസ്സ് വെച്ചോളൂ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ബ്ലഡ് വെസൽ ഹാസ് ലീസ്റ്റ് യൂറിയ ആഫ്റ്റർ ദി ഫിൽട്രേഷൻ ഇൻ നെഫ്രോൺ? നെഫ്രോണിൻ്റെ ഫിൽട്രേഷൻ കഴിഞ്ഞാൽ ഏറ്റവും കുറവ് യൂറിയ കാണുന്നത് ഏത് ബ്ലഡ് വെസലിലാണ്? റീനൽ ആർട്ടറി, സുപ്പീരിയർ വിനക്കാവ, ഇൻഫീരിയർ വിനക്കാവ, റീനൽ വെയിൻ. ഞാൻ കറക്റ്റ് NCERT അതേ ഓർഡറിലാണ് പോകുന്നത്. മക്കൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടൊന്നിരുന്നേ. ഇതാ നോക്ക്, ഇത് നിങ്ങളുടെ 2 കിഡ്നി, ഇതൊരു കിഡ്നി, ഇതൊരു കിഡ്നി. കിഡ്നിക്ക് ബ്ലഡ് കൊടുക്കുന്നത് അയോർട്ടയാണ്, ഡോസൽ അയോർട്ട. ഞാൻ ഡി അയോർട്ട എന്ന് എഴുതി, ഡോസൽ അയോർട്ട. അത് കിഡ്നിക്ക് ബ്ലഡ് കൊടുക്കും ബൈ റീനൽ ആർട്ടറി, ഇങ്ങോട്ട് കൊടുക്കും. കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് റീനൽ വെയിനാണ്. തിരിച്ചു കൊണ്ടുവരുന്നത് അതെങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഇൻഫീരിയർ വീനക്കാവയിലേക്കായിരിക്കും. ഇതാ നോക്ക്, ഇത് ഇൻഫീരിയർ വീനക്കാവ. അപ്പം എൻ്റെ സിമ്പിളായൊരു ചോദ്യം, ഇങ്ങോട്ട് കൊടുത്തത് റീനൽ ആർട്ടറി അല്ലേ? ഫിൽട്ടർ ചെയ്യാൻ കൊടുത്തത്, ചെയ്തിട്ട് തിരിച്ചു വാങ്ങിച്ച റീനൽ വെയിൻ അല്ലേ? അപ്പോൾ ഫിൽട്ടർ ചെയ്തിട്ട് തിരിച്ചു വാങ്ങുമ്പോൾ അതിൽ യൂറിയ കുറവായിരിക്കുമല്ലോ, യൂറിയൊക്കെ അരിച്ചു മാറ്റിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഏറ്റവും കുറവ് യൂറിയ കാണുന്നത് ഏതിലാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് റീനൽ വെയിൻ. റീനൽ വെയിൻ ആയിരിക്കും ആൻസർ. 4th ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഗ്ലോമറുലസ് എലോങ് വിത്ത് ബൊമാൻസ് ക്യാപ്സൂൾ ഈസ് കോൾഡ്. നമ്മുടെ ഗ്ലോമറുലസും ബൊമാൻസ് ക്യാപ്സൂളും കൂടി ചേർത്ത് വിളിക്കുന്ന പേരെന്താ? നമ്മളെപ്പോഴും ഈ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ പഠിക്കും. നെഫ്രോണിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഒന്ന് വേഗം ഒന്ന് ഓർത്ത് അവിടെ ഇരുന്നുകൊണ്ട് ഓർത്താൽ മതി. ദിസ് ഈസ് ബൊമാൻസ് ക്യാപ്സൂൾ, PCT, ഹെൻലീസ് ലൂപ്പ്, DCT, കളക്ടിങ് ഡക്റ്റ്. നമുക്കറിയാം, ഇതിൻ്റെ പാർട്സ് ഒക്കെ അറിയാം. ഇതിനൊക്കെ ബ്ലഡ് വെസൽ വരുമ്പോൾ ഫസ്റ്റ് ഇതാ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിലേക്ക് ബ്ലഡ് വെസൽ വരുമ്പോൾ അഫറന്റ് ആർട്ടീരിയോൾ ഇവിടെ ഒന്ന് ക്യാപ്പിലറൈസ് ചെയ്തു, എഫറന്റ് ആർട്ടീരിയോൾ. അപ്പം ഈ ക്യാപ്പിലറി സെറ്റിന് വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ്. ഗ്ലോമറുലസ് കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ബൊമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും കൂടെ ചേർത്ത് വിളിക്കുന്നത്, അങ്ങനെ ഒരു ഡയഗ്രം നമ്മുടെ NCERT ഉണ്ട്. ആ പേരാണ് മാൽപീജൻ ബോഡി, അല്ലെങ്കിൽ വിളിക്കും റീനൽ കോർപ്പസൽ എന്ന് വിളിക്കും. റീനൽ കോർപ്പസൽ. സോ ആൻസർ ഈസ് മാൽപീജൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ. വെരി ഗുഡ്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, കിഡ്നി ഈസ് ഫിൽറ്ററിങ് ഹൗ മച്ച് ക്വാണ്ടിറ്റി ബ്ലഡ് ഇൻ എവറി മിനിറ്റ്? ചെറിയൊരു പാരഗ്രാഫിൽ നമ്മുടെ NCERT കൊടുത്തിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. മുമ്പേ വരച്ച അതേ ഡയഗ്രം ഞാൻ വരച്ചു. ദിസ് ഈസ് 1 കിഡ്നി, ദിസ് ഈസ് അനദർ കിഡ്നി, ദിസ് ഈസ് എ ഡോസൽ അയോർട്ട ഫ്രം ഹാർട്ട്. ഇത് അയോർട്ടയാണ്. അയോർട്ട എവിടുന്നാണ് വരുന്നത്? ഹാർട്ടിൽ നിന്ന് വരുന്നത്. ഈ അയോർട്ടയുടെ 2 ബ്രാഞ്ച്, ഒരു ബ്രാഞ്ച് ഈ കിഡ്നിയിലോട്ട്, ഒരു ബ്രാഞ്ച് ഈ കിഡ്നിയിലോട്ട്. ഒരു മിനിറ്റിൽ അയോർട്ട പമ്പ് ചെയ്യുന്നത് എത്ര എന്നറിയോ? 5 ലിറ്റർ ബ്ലഡ് ആയിരിക്കും പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ പമ്പ് ചെയ്യും. അതിൽ കിഡ്നിക്ക് കിട്ടുന്നത് 1100 to 1200 ml ആയിരിക്കും പെർ മിനിറ്റ്. ഒരു മിനിറ്റ് കിട്ടുക. അപ്പോൾ ശ്രദ്ധിക്കുക, അയോർട്ട പമ്പ്സ് 5 ലിറ്റർ പെർ മിനിറ്റ്. ഓക്കെ, കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയും. കിഡ്നി ഈസ് റിസീവിങ് 1100 to 1200 മില്ലി. അങ്ങനെയാണെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ് 1 ലിറ്റർ അല്ലേ? ദിസ് ഈസ് അപ്രോക്സിമേറ്റ് 1 ലിറ്റർ. അപ്പോൾ ഒരു മിനിറ്റിൽ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ എത്രയായിരിക്കും കിഡ്നിക്ക് കിട്ടുക? 5 ലിറ്റർ പമ്പ് ചെയ്യുമല്ലോ, അതിൽ 1 ലിറ്റർ, ദാറ്റ് ഈസ് 20%. അപ്പോൾ കിഡ്നിക്ക് കിട്ടുന്ന 20% ആണ്. ഇവിടെ ചോദ്യം അതല്ല, ഹൗ മച്ച് ക്വാണ്ടിറ്റി ബ്ലഡ് ഈസ് ഫിൽറ്ററിങ് ഇൻ എവറി മിനിറ്റ് ബൈ ദ കിഡ്നി, ദാറ്റ് ഈസ് 1100. കണ്ടോ? താഴോട്ട് പോകുന്ന ബ്ലഡ് 5 ലിറ്റർ, അതിൽ കിഡ്നിയിലേക്ക് ഫിൽറ്റർ ചെയ്യാൻ കിട്ടുന്നത് 1 ലിറ്റർ. റെഡി? 1100. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദി നെഫ്രോൺ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഹൈ ഓസ്മോളാരിറ്റി ഓഫ് മെഡുലറി ഇൻഡർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്? ഞാൻ കിഡ്നി വലുതാക്കി വരയ്ക്കും. ഇതാ നോക്കിക്കോണേ.
ഇത് കിഡ്നിയാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഔട്ട്സൈഡ് കോർട്ടെക്സ് ആയിരിക്കും. കോർട്ടെക്സ് അതിൻ്റെ ഉള്ളിൽ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഔട്ടർ മെഡുല്ല, 2 ഇന്നർ മെഡുല്ല. അപ്പം മെഡുലയെ നമ്മൾ 2 ആക്കി. ഔട്ടർ മെഡുല്ല, ഇന്നർ മെഡുല്ല. ഇന്നർ മെഡുലയിലാണ് പിരമിഡ്സ് ഉള്ളത്. കണ്ടോ, ഇങ്ങനെ പിരമിഡ്സ് ഉണ്ട്. ഇനി നെഫ്രോൺ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദാ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ. അതായത് അതിൻ്റെ ബൊമാൻസ് ക്യാപ്സൂള് PGT DGT ഇത്ര ഇരിക്കുന്ന കോർട്ടെക്സിലായിരിക്കും. ഈ ഹെൻലീസ് ലൂപ്പും കളക്റ്റിംഗ് ഡക്റ്റും ഇങ്ങോട്ട് ഡീപ്പായിട്ട് മെഡുലയിലേക്ക് കയറിയിരിക്കും. ഈ കിഡ്നിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കിഡ്നിയുടെ ശ്രദ്ധിക്കും മക്കളെ, നന്നായി ശ്രദ്ധിക്കും. കിഡ്നീൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്തോറും, ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്തോറും അവിടെയുള്ള ഫ്ലൂയിഡ്, ഇൻഡർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ 300 ആയിരിക്കും, ഇവിടെ 600 ആയിരിക്കും, ഇവിടെ 1200 ആയിരിക്കും. മക്കൾ നോക്ക്, ഈ ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് പോകുമ്പോൾ, അതായത് കോർട്ടെക്സിന് മെഡുലയിലേക്ക് പോകുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഇൻഡർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്, അവിടെ ഇൻഡർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരും. 300 to 1200. അപ്പോൾ ഈ നെഫ്രോൺ കിടക്കുന്ന ഈ ഒരു ഫീൽഡിലല്ലേ അല്ലേ ഈ കോൺസെൻട്രേഷൻ, ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ തീരുമാനിക്കുന്ന നെഫ്രോണാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നെഫ്രോണിൻ്റെ നോക്കി, ഇത് നെഫ്രോൺ, ബൊമാൻസ് ക്യാപ്സൂൾ, PGT, ഹെൻലീസ് ലൂപ്പ്, DCT, കണക്റ്റിംഗ് ഡക്റ്റ്. മക്കൾ നോക്കിക്കോണേ. ഡെസെൻഡിങ് ലിംബ് ഈസ് പെർമിയബിൾ ടു വാട്ടർ, വെള്ളം മാത്രമേ പുറത്തു വരുള്ളൂ. അസെൻഡിങ് ലിംബ് ഈസ് പെർമിയബിൾ ടു സോൾട്ട്. നോക്ക്, അപ്പൊ അസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്തു വന്ന സോൾട്ട്, ഇവിടുന്ന് പുറത്തു വന്ന സോൾട്ടാണ് ഈ ഓസ്മോളാരിറ്റി കൺട്രോൾ ചെയ്യുക, കോൺസെൻട്രേഷൻ കൺട്രോൾ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് സോൾട്ട് പുറത്തു വരും, ഈ സോൾട്ടാണ് ഇവിടുത്തെ കോൺസെൻട്രേഷൻ കൺട്രോൾ ചെയ്യുക. അപ്പൊ ഇവിടെ ആൻസർ ഏതാന്ന് ചോദിച്ചാൽ ഡെസെൻഡിങ് ലിംബാണോ അസെൻഡിങ് ലിംബാണോ? പറ. കറക്റ്റ് ആൻസർ ഈസ് അസെൻഡിങ് ലിംബ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ആഫ്റ്റർ ഫിൽട്രേഷൻ ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ഫ്ലൂയിഡ് ഈസ് റീഅബ്സോർബ്ഡ് ബൈ ദ റീനൽ ട്യൂബ്യൂൾ? നമ്മുടെ നെഫ്രോൺ നമ്മൾ വീണ്ടും വരച്ചു, ഇങ്ങനെ വരച്ചു. ഇമാജിൻ ചെയ്യണം, ഇവിടെയാണ് ഫിൽട്രേഷൻ നടക്കുക. ബൊമാൻസ് ക്യാപ്സൂൾ ഫിൽട്ടർ ചെയ്താൽ മെജോറിറ്റി സബ്സ്റ്റൻസ് ഇവിടെ റീഅബ്സോർപ്ഷൻ. ഇവിടെ വാട്ടർ പുറത്തു, ഇവിടെ സോൾട്ട് പുറത്തു, ഇവിടെ ഈ ഭാഗത്ത് എന്താ സംഭവിക്കാന്നറിയോ? K+ഉം H+ഉം NH3 അങ്ങോട്ട് കൊടുത്തിട്ട്, എങ്ങോട്ട്? ആ ട്യൂബിലേക്ക് കൊടുത്തിട്ട്, ഇങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ച് HCO3 മൈനസിനെ വാങ്ങും. അതിൻ്റെ പേര് ട്യൂബുലാർ സെക്രീഷൻ. അത് ബ്ലഡിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. K+ഉം H+ഉം അമോണിയവും ഈ ട്യൂബിലേക്ക് കൊടുക്കും ബ്ലഡ്. എന്നിട്ട് ബ്ലഡ് എന്ത് ചെയ്യും? HCO3 മൈനസ് തിരിച്ചു വാങ്ങും. അത് ബ്ലഡിൻ്റെ കറക്റ്റ് pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഫ്ലൂയിഡ് താഴേക്ക് വരുമ്പോൾ നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് കളക്റ്റിംഗ് ഡക്റ്റിൽ എത്തിയല്ലോ. കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ വീണ്ടും വാട്ടർ പുറത്തു പോകും. അങ്ങനെ ഇവിടെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് നോക്ക്, റീഅബ്സോർപ്ഷൻ നടന്നു, സോൾട്ടും വാട്ടറും റീഅബ്സോർബ് ചെയ്തു, ട്യൂബുലാർ സെക്രീഷൻ കഴിഞ്ഞു. കളക്റ്റിംഗ് ഡക്റ്റിൽ എത്തുമ്പോഴത്തേക്കും 99% വാട്ടർ തിരിച്ചെടുത്തിരിക്കും, ഫ്ലൂയിഡ് തിരിച്ചെടുത്തിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചാൽ ആഫ്റ്റർ ഫിൽട്രേഷൻ ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ഫ്ലൂയിഡ് ഈസ് റീഅബ്സോർബ്ഡ്? ഇവിടെ ആൻസർ 99% ആണ്. ഇനി അവിടെ ഒരു ചോദ്യമുണ്ട്, മേ ബി അനദർ ക്വസ്റ്റ്യൻ, GFR എത്രയാണ്? GFR ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 125 ml/minute ആയിരിക്കും, മറക്കരുത്. ഓക്കെ, ഇതൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഹൗ മെനി ടൈംസ് ദ ഫിൽട്രേറ്റ് കോൺസെൻട്രേറ്റ്സ് ഫ്രം ദ ഇനിഷ്യൽ പാർട്ട് ഓഫ് നെഫ്രോൺ ടു ദി ലാസ്റ്റ് പാർട്ട് ഓഫ് കളക്റ്റിംഗ് ഡക്റ്റ്? ഓക്കെ അല്ലേ? ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ, നല്ല ചോദ്യമാണ്, ശ്രദ്ധിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് നെഫ്രോൺ, നമ്മളെപ്പോഴും നെഫ്രോൺ ഇങ്ങനെ സിമ്പിളായിട്ട് വരച്ചു, നിങ്ങൾക്ക് പഠിക്കേണ്ടല്ലേ, ഇങ്ങനെ വരച്ചു. ശ്രദ്ധിക്കാം, പാർട്സ് ഒക്കെ അറിയാം. ബൊമാൻസ് ക്യാപ്സ്യൂൾ, PGT, ഹെൻലീസ് ലൂപ്പ്, DCT, കളക്റ്റിംഗ് ഡക്റ്റ്.
ഇവൻ കിടക്കുന്ന 3 ഭാഗത്തായിട്ടാണ്. ഈ പിക്ചർ നോക്കിയേ, കണ്ടോ? ഈ പിക്ചർ നോക്കിയേ, ഈ പിക്ചർ നോക്കി അറിയാൻ പറ്റും. ഇവൻ കിടക്കുന്ന 3 പാർട്ടിലായിട്ടാണ്. ഒന്ന് 3 പാർട്ടാക്കി. ഇത് കോർട്ടെക്സ്, ഇവിടെ 300 ആണ് കോൺസെൻട്രേഷൻ. ഇത് ഔട്ടർ മെഡുല, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ 600 ആണ് കോൺസെൻട്രേഷൻ. ഇത് ഇന്നർ മെഡുല, ഇവിടെ 1200 ആണ്. അപ്പോൾ നോക്കൂ, ഇനിഷ്യലി ഫിൽട്രേഷൻ കഴിയുമ്പോൾ നെഫ്രോണിനുള്ളിൽ 300 ആയിരിക്കും കോൺസെൻട്രേഷൻ. എം ഓസ്മോൾ എന്നാണ് യൂണിറ്റിൻ്റെ പേര്. അതിങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ 600 അല്ലേ? അതിന് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് വാട്ടർ പുറത്തേക്ക് പോകും, H2O പുറത്തേക്ക് പോകും. അപ്പോൾ ഇൻസൈഡ് കോൺസെൻട്രേഷൻ നോക്ക് കൂടി 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 600 ആയി. ഇവിടെ വരുമ്പോഴത്തേക്കും 1200 ആയി. ഔട്ട്സൈഡിന് ഈക്വൽ ആയി. കണ്ടോ? ഇവിടെ നോക്ക്, ഔട്ട്സൈഡ് 600, ഇൻസൈഡ് 600. എങ്ങനെ ഈക്വൽ ആക്കിയത്? വാട്ടർ പുറത്തു പോയി. ഔട്ട്സൈഡ് 1200, ഇൻസൈഡ് 1200, വാട്ടർ പുറത്തു പോയി. ഇനി തിരിച്ച് ഇവിടുന്ന് ഫ്ലൂയിഡ് മുകളിലേക്ക് പോകുമ്പോൾ നോക്ക്, ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? പുറത്ത് കോൺസെൻട്രേഷൻ കുറഞ്ഞല്ലേ വരിക? 1200, 600, 300 ഇങ്ങനല്ലേ വരിക? അപ്പോൾ അതിന് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് സോൾട്ട് പുറത്തു പോകും. സോൾട്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അസെൻഡിങ് ലിപ്പിന്ന് സോൾട്ട് പുറത്തു. അപ്പോൾ ഇൻസൈഡ് കോൺസെൻട്രേഷൻ 600 ആവും, ഇവിടെ വരുമ്പോൾ 300 ആവും. വീണ്ടും കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ വാട്ടർ പുറത്തു പോകും, H2O പുറത്തു പോകും. അപ്പോൾ ഇൻസൈഡ് കോൺസെൻട്രേഷൻ വീണ്ടും 600 ആയി, അവസാനം 1200 ആയി. ഇനി ഒന്ന് നോക്കി, ഇവിടെ ഔട്ട്സൈഡ് 1200, ഇവിടെ ഇൻസൈഡ് 1200, ഇവിടെ ഇൻസൈഡ് 1200. ഇവിടെ ഔട്ട്സൈഡ് 600, ഇവിടെ 600, ഇവിടെ 600, ഇവിടെ 600. ഇവിടെ 300, ഇവിടെ 300, ഇവിടെ 300. കണ്ടോ? അതായത് ഔട്ട്സൈഡും ഇൻസൈഡ് ഈക്വൽ ആക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ വാട്ടർ പുറത്തുപോയി, ഇവിടെ സോൾട്ട് പുറത്തുപോയി. ഇനി എൻ്റെ ചോദ്യത്തിലേക്ക് വരാം. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എത്ര? 300 ആണ്. ഫൈനൽ കോൺസെൻട്രേഷൻ എത്ര? 1200 ആണ്. എത്ര ടൈംസ് കൂടി? 4 ടൈംസ് കൂടി അല്ലേ? അപ്പോൾ 4 ടൈംസ്. അപ്പോൾ ഇവിടെ ആൻസർ 4 ടൈംസ് ആയിരിക്കും. 3 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. Find the correct statement from the following. ADH is secreted by neurohypophysis. ADH prevents diuresis. ADH can increase blood pressure. All are correct statement. എപ്പോഴാണ് ADH സെക്രീറ്റ് ചെയ്യുക? നിങ്ങളുടെ ബോഡിക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാതെ വരുമ്പോഴാണ് അല്ലേ? അപ്പോൾ ഇത് നെഫ്രോൺ വീണ്ടും വരച്ചു. കണ്ടോ? അപ്പം നിങ്ങളുടെ ബോഡിക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല, അത് നിങ്ങളുടെ BP ലോ ആണ്. അപ്പോൾ ADH സെക്രീറ്റ് ചെയ്യും. ആരാ ADH സെക്രീറ്റ് ചെയ്യുക? ന്യൂറോ ഹൈപ്പോഫൈസിസ് ഓഫ് പിറ്റ്യൂട്ടറി. ഓക്കെ, ഇവന്റെ ജോലി നമ്മുടെ നെഫ്രോണിന്റെ ലാസ്റ്റ് പാർട്ട്, അതായത് ലേറ്റർ പാർട്ട്, ഡിസ്റ്റൽ പാർട്ടിൽ നിന്ന് വെള്ളത്തെ തിരിച്ചു വലിച്ചെടുക്കും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും അല്ലേ? അപ്പൊ വെള്ളം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ വെള്ളം തിരിച്ചെടുക്കും. അങ്ങനെ കൂടുതൽ വെള്ളം തിരിച്ചെടുത്തില്ല എങ്കിൽ എന്താ സംഭവിക്കുക? ഒത്തിരി യൂറിൻ അങ്ങ് പുറത്തേക്ക് പോകില്ലേ? അതിന്റെ പേര് ഡയൂറസിസ്. ഒത്തിരി യൂറിൻ പുറത്തു പോകുന്നതിന്റെ പേര് ഡയൂറസിസ്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളം തിരിച്ചു വലിച്ചെടുക്കും. അതാണ് ADH എന്ന ഫസ്റ്റ് ഫംഗ്ഷൻ. ADHന്റെ വേറെ പേരെന്താ? വാസോ പ്രസിൻ. വാസോ ബ്ലഡ് വെസൽ, പ്രസിൻ പ്രഷർ കൂട്ടും, BP കൂട്ടും. BP കൂട്ടും, GFR കൂട്ടും, അതേപോലെ വെള്ളം തിരിച്ചു വലിച്ചെടുക്കും. അപ്പൊ ഇവിടെ നോക്കി, ADH is secreted by neurohypophysis കറക്റ്റ് ആണ്. ഇറ്റ് പ്രിവെന്റ്സ് ഡയൂറസിസ് കറക്റ്റ് ആണ്. ഇറ്റ് ക്യാൻ ഇൻക്രീസ് ബ്ലഡ് പ്രഷർ കറക്റ്റ് ആണ്. ഈ 3 ഫംഗ്ഷനാണ് ADHന്. ഇത് പഠിച്ചു വെച്ചോ. ആൻസർ ഈസ് 4. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന ഓരോ ക്വസ്റ്റിനും അതിന്റെ തിയറിയും കൂടെ വരുന്നുണ്ട്. ആ തിയറി ശ്രദ്ധിക്കുക. വാട്ട് ആർ ദി ഫംഗ്ഷൻസ് ഓഫ് ADH ഇവിടെ കവറായി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ക്യാൻ ചെക്ക് ദ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. നിങ്ങളുടെ GFR കണ്ടമാനം കുറയാണെങ്കിൽ, ഇഫ് ദ GFR ഇസ് എക്സ്ട്രീംലി ലോ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറവാണെങ്കിൽ, നോക്ക്, നിങ്ങളുടെ നെഫ്രോണിന്റെ തൊട്ടടുത്തുള്ള JGA എന്ന് പറഞ്ഞ അപ്പാരറ്റസ് റെനിൻ ഉണ്ടാക്കും. റെനിൻ ഒരു ഹോർമോൺ ആട്ടോ. ആ റെനിൻ എന്ത് ചെയ്യും? ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കും, ദെൻ ആൻജിയോടെൻസിൻ 2 ആക്കും. ഈ ആൻജിയോടെൻസിൻ 2 എന്ത് ചെയ്യും?
ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതോടൊപ്പം നിങ്ങളുടെ BP കൂട്ടും. ആൽഡോസ്റ്റിറോൺ എന്താ ചെയ്യാന്നറിയോ? നോക്ക്, ഈ അസെൻഡിങ് ലിംബിന് കൂടുതൽ ഉപ്പ് വലിച്ചെടുക്കും, കൂടുതൽ സോൾട്ട് അസെൻഡിങ് ലിംബിന്ന്. അപ്പം നിങ്ങളുടെ ബോഡിയിലേക്ക് ഒത്തിരി സോൾട്ട് വരും. അപ്പം നിങ്ങളുടെ BP കൂടും, GFR കൂടും. GFR എന്ന് പറഞ്ഞാൽ ഫിൽട്രേഷൻ. ആ ഫിൽട്രേഷൻ നടക്കണമെങ്കിൽ പ്രഷർ വേണ്ടേ? അപ്പോൾ എന്താ സംഭവിച്ചു? ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. വെൻ ദ GFR ഫോൾസ്, GFR കുറഞ്ഞാൽ JGA റെനിൻ ഉണ്ടാക്കും. റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കും, ദെൻ ആൻജിയോടെൻസിൻ 2 ആക്കും. ആൻജിയോടെൻസിൻ 2 ആൽഡോസ്റ്റിറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് കൂടുതൽ സോൾട്ട് എടുക്കും. എവിടുന്ന? അസെൻഡിങ് ലിംബിന്ന്. അതേപോലെ BP കൂട്ടും. റെഡിയല്ലേ? അപ്പോൾ ഈ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം ഉപ്പ് വലിച്ചെടുക്കും, BP കൂട്ടും. കറക്റ്റ് അല്ലേ? ADHും BP കൂട്ടും. ആൽഡോസ്റ്റിറോൺ ഉപ്പ് വലിച്ചെടുക്കുന്നുണ്ട്, അതും BP കൂട്ടും. ശരിയല്ലേ? അപ്പൊ BP കുറയ്ക്കുന്ന ആളാരാന്ന് ചോദിച്ചാൽ ഇവനാണ്. ആരാ? ANF ആണ്. ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ, ANF. അതുണ്ടാക്കുന്ന ഹാർട്ടാണ്. ഇറ്റ് ക്യാൻ റെഡ്യൂസ് BP. അപ്പൊ BP കൂട്ടുന്നതിനെതിരെ ആക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ANF ആണ്. എറിത്രോപോയിറ്റിന് ഇവിടെ റോളില്ല. അതിന്റെ ഫംഗ്ഷൻ RBC ഉണ്ടാക്കുക എന്നുള്ളതാണ്. RBC അതുണ്ടാക്കുന്നതും ഇയാൾ തന്നെയാണ്, JG ആണ്. അപ്പൊ എറിത്രോപോയിറ്റിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ JG ഒരു ക്വസ്റ്റൻ ആയി. അതിന്റെ ഫംഗ്ഷൻ RBC സിന്തസിസ്, അതും ഒരു ക്വസ്റ്റൻ ആയി. ആൽഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ റീഅബ്സോർപ്ഷൻ സോൾട്ട് ഒരു ക്വസ്റ്റൻ ആയി. ANFന്റെ ഫംഗ്ഷൻ റെഡ്യൂസ് BP ഒരു ക്വസ്റ്റൻ ആയി. ADHന്റെ ഫംഗ്ഷൻ BP കൂട്ടും, വെള്ളം തിരിച്ചെടുക്കും അല്ലെ. റെനിന്റെ ഫംഗ്ഷൻ BP കൂട്ടും, ആൽഡോസ്റ്റിറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇത്ര ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് എമൗണ്ട് ഓഫ് യൂറിയ ഈസ് എക്സ്ക്രീറ്റഡ് ബൈ ആൻ അഡൽട്ട് മാൻ ഇൻ 1 day? ഒരു പ്രായപൂർത്തിയെത്തിയ പുരുഷൻ എത്ര യൂറിയ പുറത്തു കളയും ഒരു ദിവസം? എത്ര യൂറിയ പുറത്തു കളയെന്നറിയോ? 25 ഗ്രാം. മില്ലിഗ്രാംസ് അല്ല, 25 ഗ്രാംസ് ആണ്. മില്ലിഗ്രാം അല്ല, ഗ്രാംസ് ആണ് ഒരു ദിവസം. അടുത്തത്, ലങ്സ് എലിമിനേറ്റ് അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ എ മിനിറ്റ്? സിമ്പിൾ ആണ്. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം പറയുന്നുണ്ട് സം ആക്സസറി എക്സ്ക്രീറ്ററി ഓർഗൻസ്. ലങ്സ്, സ്കിന്ന്, പറയൂ, ലിവർ. ലങ്സിന്റെ പ്രത്യേകത കാർബൺ ഡയോക്സൈഡ് കളയും. എത്രയാ? 200 മില്ലി പെർ മിനിറ്റ് അല്ലേ. പിന്നെ ലിവർ എന്താ ചെയ്യുക? ബിലിറൂബിൻ എക്സ്ക്രീറ്റ് ചെയ്യും, ബിലിവേർഡിൻ എക്സ്ക്രീറ്റ് ചെയ്യും അല്ലേ. അവന് സ്കിന്നിൽ സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം വായിച്ചേ. ലാക്റ്റിക് ആസിഡ് ഈസ് എലിമിനേറ്റഡ് ബൈ ലിവർ, സെബേഷ്യസ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, നെഫ്രോൺ. പറഞ്ഞു, ആരാ? സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. അത് ലാക്റ്റിക് ആസിഡ്, വാട്ടർ, സോൾട്ട്, യൂറിയ. ലാക്റ്റിക് ആസിഡ്, വാട്ടർ, സോൾട്ട്, യൂറിയ, ഇത്രയും പുറത്ത് കളയും. അതുകൊണ്ട് അതൊരു ആക്സസറി എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് സ്കിൻ. സ്കിന്നിലാണല്ലോ സ്വെറ്റ് ഗ്ലാൻഡ് ഇരിക്കുന്നത്. അടുത്ത ചോദ്യം, ദ പ്രസൻസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് മാസസ് ഓഫ് ഓക്സലേറ്റ് ഇൻ റീനൽ സിസ്റ്റം ഈസ് കോൾഡ്. നമ്മുടെ കിഡ്നി കഴിഞ്ഞിട്ടുള്ള ട്യൂബ്, യുറീറ്റർ എന്ന് പറഞ്ഞ ട്യൂബിനുള്ളിൽ ഓക്സലേറ്റുകൾ അടിഞ്ഞുകൂടി കല്ലായിട്ട് മാറും. ആ കല്ലുണ്ടാകുന്നതിന്റെ പേരാണ് റീനൽ കാൽക്കുലൈ 3 ആണ് ആൻസർ. ഇനി ഈ കിഡ്നിയിലെ ഗ്ലോമറുലസിന് ഇൻഫ്ലമേഷൻ വരുന്ന ഒരു അസുഖമുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. നമ്മുടെ ബ്ലഡിൽ യൂറിയ കൂടിയാൽ, ഇൻക്രീസ് ഓഫ് യൂറിയ, യുറീമിയ എന്ന് പറയും. നമ്മുടെ യൂറിനകത്തിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ ഹെമറ്റൂറിയ, യൂറിനകത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഗ്ലൈക്കോസൂറിയ. കണ്ടോ? യൂറിനകത്തിൽ കീറ്റോൺ ഉണ്ടെങ്കിൽ കീറ്റോനൂറിയ. ഇങ്ങനെ പറയും. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ ഈ ഒരു ചാപ്റ്ററിനെ ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാൻ വേണ്ടി പ്രസന്റ് ചെയ്തു മാത്രമേ ഉള്ളൂ. ബി കൂൾ. നാളെ എക്സാം ആണ്. പലർക്കും ടെൻഷൻ ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട. ബി കൂൾ ആൻഡ് സ്റ്റേ റിലാക്സ്. ടീം സൈലം വിത്ത് യു. വിത്ത് യു കേട്ടോ. അപ്പൊ ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൂടെ ഉണ്ട്. അടിപൊളിയാകുക. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് മൂവ്മെന്റ് ആൻഡ് ലോക്കമോഷൻ. തിരിച്ചു പറഞ്ഞു, ലോക്കമോഷൻ ആൻഡ് മൂവ്മെന്റ്. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ദ ലോക്കമോഷൻ ആൻഡ് മൂവ്മെന്റ്. ഓക്കെ, ലോക്കമോഷൻ. പല കുട്ടികളും നമ്മൾ വിചാരിക്കും എന്താ പറയുക, ഇത് ഇത്തിരി ടഫാണെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ പൂ പോലെ സിമ്പിളാക്കി കുറെ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഐ എം ബോൺ ടു വിൻ. നിങ്ങൾ എന്തിനാ ജനിച്ചിരിക്കുന്നത്? എടാ, അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു എൻട്രൻസ് കണ്ടിട്ടല്ല, അത് നമ്മൾ കോൺകർ ചെയ്യും കേട്ടോ, യാതൊരു സംശയമില്ല. എന്നിട്ട് ബി ഹാപ്പി, സ്റ്റേ കൂൾ ആൻഡ് റിലാക്സ്. ടീം സൈലം വിത്ത് യു.
റെഡി? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് വരാം. മസിൽസ് കോൺട്രിബ്യൂട്ട് ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ ബോഡി വെയ്റ്റ്? നിങ്ങളുടെ ബോഡിയിൽ 2 സ്ട്രക്ചർ ഉണ്ട്, സ്കെലറ്റൽ സിസ്റ്റവും മസ്കുലർ സിസ്റ്റവും. ഇവർ രണ്ടുപേരോട് ചേർന്നിട്ടാണ് മൂവ്മെന്റ്സ്, ലോക്കമോഷൻസ് ചെയ്യുന്നത്. റെഡി അല്ലേ? ഈ മസിൽസ് ആണ് നമ്മുടെ ബൾക്ക് ഓഫ് ദി ബോഡി. ഒരു വ്യക്തിയുടെ ബോഡിയിൽ ടോട്ടലി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ബോഡി വെയ്റ്റ് 100 കിലോ ആണെങ്കിൽ 40 to 50 കിലോ എന്ന് പറയുന്നത് അയാളുടെ മസിലിൻ്റെ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ 40 to 50% ആയിരിക്കും. ഇവിടെ ആൻസർ വരുന്നത് 3 ഓപ്ഷനാണ്. എല്ലാവരും ആൻസർ ഇട്ടു. വെരി ഗുഡ്, താങ്ക് യു. അടുത്ത ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എത്ര ടൈപ്പ് മസിലുണ്ട് നിങ്ങളുടെ ബോഡിയിൽ? 3 ടൈപ്പ് ഉണ്ട്. സ്കെലറ്റൽ മസിലുണ്ട്, വിസറൽ മസിലുണ്ട്, കാർഡിയാക് മസിലുണ്ട് അല്ലേ? സ്കെലറ്റൽ, വിസറൽ, കാർഡിയാക്. സ്കെലറ്റൽ സ്ട്രയേറ്റഡ് ആണ്, വിസറൽ അൺസ്ട്രയേറ്റഡ് ആണ്, കാർഡിയാക് സ്ട്രയേറ്റഡ് ആണ്. സ്കെലറ്റൽ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്താണ്, വിസറൽ ഇന്റേണൽ ഓർഗൻസിലാണ്, കാർഡിയാക് ഹാർട്ടിലാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് എത്താം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട് ഈസ് കണ്ടക്റ്റഡ് ബൈ. നിങ്ങളുടെ അലിമെന്ററി കനാലിലൂടെ ഫുഡ് താഴോട്ട് പോകുന്നത്, അലിമെന്ററി കനാൽ ഒരു ഇന്റേണൽ ഓർഗനാണ്. സ്ട്രയേറ്റഡ് മസിൽ, അൺസ്ട്രയേറ്റഡ് സ്കെൽറ്റൽ മസിൽ, അങ്ങനെ ഒരു മസിൽ ഇല്ല കേട്ടോ. സ്കെൽറ്റൽ മസിൽ സ്ട്രയേറ്റഡ് ആണ്. അൺസ്ട്രയേറ്റഡ് വിസറൽ മസിൽ അത് കറക്റ്റാണ്. സ്ട്രയേറ്റഡ് സ്കെലറ്റൽ മസിൽ ഏതാണ് ആൻസർ? അൺസ്ട്രയേറ്റഡ് വിസറൽ മസിലാണ് ആൻസർ. അതിൻ്റെ വേറൊരു പേരാണ്, ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിൽ എന്ന് വിളിക്കും. സോ ദ ആൻസർ ഈസ് 3. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫാസിയ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. നമ്മളൊരു മസിൽ എടുക്കാം. നമ്മുടെ ഈ ഒരു മസിൽ ആയിക്കോട്ടെ, ഞാൻ വരയ്ക്കുന്നു. ഒരു മസിലിൻ്റെ സെക്ഷൻ എടുക്കാം. സെക്ഷൻ എടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് സിലിണ്ടർ ലൈക്ക് യൂണിറ്റ്സ് കാണാം. ഈ യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഫെസിക്കിൾസ് എന്ന് വിളിക്കും. ഫെസിക്കിൾസ്. ഈ ഫെസിക്കിൾസിനെ എല്ലാം കൂടെ കവർ ചെയ്തുകൊണ്ടൊരു കവറിങ് ഉണ്ട്. അത് കൊളാജൻ കൊണ്ടുണ്ടാക്കിയതാണ്. ഇറ്റ് ഈസ് കോൾഡ് ഫാസിയ. സോ ഫാസിയ ഈസ് കൊളാജൻ. കൊളാജൻ എവിടെയാണ് വരുന്നത്? കണക്റ്റീവ് ടിഷ്യൂലാണ്. നമ്മൾ സ്ട്രക്ചറിനകത്ത് പഠിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ കൊളാജീനസ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, കൊളാജീനസ് കണക്റ്റീവ് ടിഷ്യൂ ഫാസിയ. മറക്കരുത്, NCERT-ലുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു ഫെസിക്കിൾ പുറത്തേക്ക് എടുത്തു. ഒരു ഫെസിക്കിൾ, 1 ഫെസിക്കിൾ. അതൊരു സിലിണ്ടർ പോലെ ഇരിക്കും. ഇതാണ് ഒരു ഫെസിക്കിൾ. ഓക്കെ, അപ്പോൾ ഈ ഫെസിക്കിളിനുള്ളിൽ വീണ്ടും ഒരുപാട് സിലിണ്ടേഴ്സ് ഉണ്ട്. അതാണ് സെൽസ് വിളിക്കുന്നത്, മസിൽ സെൽ. അപ്പോൾ മസിൽ സെൽ ഒരു സിലിണ്ടറാണ്. അതിൽ ഓൾട്ടർനേറ്റ് ഡാർക്ക് ലൈറ്റ് ബാൻഡ്സ് ഉണ്ട്, സ്ട്രയേഷൻസ് ഉണ്ട്. ആ സ്ട്രയേഷൻസിന്റെ കാരണം 2 ടൈപ്പ് ഫൈബേഴ്സ് ആണ്, ആക്റ്റിൻ, മയോസിൻ. പഠിച്ചോളൂ. ദ അനൈസോട്രോപിക് ബാൻഡ് ചീഫ്ലി കമ്പോസ്ഡ് ഓഫ്. ഈ ഫിഗർ നോക്കിയേ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മസിലിൻ്റെ ഉള്ളിലെ, ഒരു സെല്ലിനുള്ളിലെ ഒരു യൂണിറ്റ് ആണ് സാർക്കോമിയർ എന്ന് പറയും. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഇൻ എ സെൽ. അതിനകത്തിൽ ലാർജ് ഓർ തിക്ക് ഫിലമെന്റ് ഉണ്ട്, മയോസിൻ. ഇത് മയോസിനാണ്. തിൻ ഫിലമെന്റ് ഉണ്ട്, ആക്റ്റിൻ. ഇത് ആക്റ്റിനാണ്. കണ്ടോ, ആക്റ്റിനാണ്. റെഡിയല്ലേ? അപ്പോൾ ഈ ആക്റ്റിൻ മാത്രമുള്ള സ്ഥലം, ഈ സ്ഥലം ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ എന്ത് വിളിക്കും? ഐ ബാൻഡ് എന്ന് വിളിക്കും. ഈ ഭാഗത്ത് കുറച്ച് വെളിച്ചം കൂടുതലായിരിക്കില്ലേ, ഐ ബാൻഡ്. ഈ ഭാഗം ഡാർക്ക് ആയിരിക്കും, തിക്ക് ഫിലമെന്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് എ ബാൻഡ് എന്ന് വിളിക്കും. ഇനി ഈ എ ബാൻഡിന്റെ നടുക്ക് ആക്റ്റിൻ ഇല്ലാത്തൊരു സ്ഥലമുണ്ട്, H സോൺ എന്ന് വിളിക്കും. അപ്പോൾ ഇതൊന്ന് വായിച്ചേ. ദ അനൈസോട്രോപിക് ബാൻഡ്, എ ബാൻഡ് ചീഫ്ലി കമ്പോസ്ഡ് ഓഫ് വിച്ച് ഫിലമെന്റ് എന്ന് ചോദിച്ചാൽ മയോസിനാണ്. മയോസിൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ്റെ പേരാണ് മീറോമയോസിൻ. ദ മയോസിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ പ്രോട്ടീൻ കോൾഡ് മീറോമയോസിൻ. മയോസിൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ്റെ പേരാണ് മീറോമയോസിൻ. മറക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ സെൻട്രൽ പാർട്ട് ഓഫ് തിക് ഫിലമെന്റ് നോട്ട് ഓവർലാപ്ഡ് ബൈ തിൻ ഫിലമെന്റ് ഈസ് കോൾഡ്. ഒരു തിക് ഫിലമെന്റ് നടുക്ക് തിൻ ഫിലമെന്റ് ഇല്ലാത്ത സ്ഥലത്തെ എന്ത് വിളിക്കും? ഞാനിപ്പോൾ കാണിച്ചു. ദാറ്റ് ഈസ് H സോൺ, ഹെൻസൺ സോൺ എന്ന് വിളിക്കും. അടുത്തത് ദ ATP ബൈൻഡിങ് സൈറ്റ് ഓർ ATPase ഈസ് ലൊക്കേറ്റഡ് ഓൺ. ഇതാ നോക്ക്. ഇത് നിങ്ങളുടെ നോക്കൂ മക്കളെ, നിങ്ങളുടെ
മയോസിൻ്റെ മീറോമയോസിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ യൂണിറ്റാണ്. അതിന് 2 പാർട്ടുണ്ട്. ഇത് ടെയിലാണ്. ടെയിൽ, ഈ ടെയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് LMM എന്ന് പറഞ്ഞ പ്രോട്ടീൻ കൊണ്ടാണ്, ലൈറ്റ് മീറോമയോസിൻ. ഇത് ഹെഡ് വിത്ത് നെക്കാണ്, ഈ കാണുന്ന ക്രോസാം. ഇതുണ്ടാക്കിയിരിക്കുന്നത് ഹെവി മീറോമയോസിൻ പ്രോട്ടീൻ കൊണ്ടായിരിക്കും. ഈ ഹെവി മീറോമയോസിൻ പ്രോട്ടീൻ ഹെഡിൻ്റെ മുകളിൽ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ATP ബൈൻഡിങ് സൈറ്റ് ഒരു എൻസൈമാണ്, അതിനെ വിളിക്കുന്ന പേരാണ് ATPase. കണ്ടോ? ഇത്ര ഓർത്തിരിക്കാം. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. ദ ATP ബൈൻഡിങ് സൈറ്റ് ഓർ ATPase ഈസ് ലൊക്കേറ്റഡ് ഓൺ ഹെവി മീറോമയോസിൻ. ഹെഡിലായിരിക്കും, ഹെഡിന്റെ പേര് ഹെവി മീറോമയോസിൻ. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മസിൽ കോൺട്രാക്ഷൻ. മസിൽ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒരു ഇമ്പൾസ് വരണം. ആ ഇമ്പൾസ് ദാ ഇങ്ങനെ വരും, ബ്രെയിൻ. എന്നിട്ട് ആ ഇമ്പൾസ് വരെ നോക്ക്, ഒരു മോട്ടോർ ന്യൂറോൺ വഴി അതിൻ്റെ അറ്റത്തെത്തും. അതിൻ്റെ പേരാ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയും. ഓക്കെ, അവിടെ അസറ്റൈൽ കൊളൈൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഉണ്ടായിരിക്കും. ഈ കെമിക്കൽ ഇമ്പൾസിനെ സെല്ലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം സെല്ലിൻ്റെ മെംബ്രെയിൻ സാർക്കോലെമ്മ എക്സൈറ്റഡ് ആകും. എന്നിട്ടത് കാൽഷ്യം ഉണ്ടാക്കും. കാൽഷ്യം, ഇതാണ് കറക്റ്റ് ഓർഡർ. അപ്പോൾ ഇത് ഒന്ന് നോക്കിയേ. ഫ്രം ദ മോട്ടോർ എൻഡ് പ്ലേറ്റ് ടു മസിൽ സെൽ ഇമ്പൾസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ അസറ്റൈൽ കൊളൈൻ. ഇത് ശരിയാ മക്കളെ? ആക്ഷൻ പൊട്ടൻഷ്യൽ ഓൺ സാർക്കോലെമ്മ റിലീസസ് കാൽഷ്യം അയോൺ. കാൽഷ്യത്തിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആക്റ്റിൻ ഫിലമെന്റ് സർഫസിൽ നിന്ന് ട്രോപ്പോണിനെ റിമൂവ് ചെയ്യും. ഇതും ശരിയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓൾ ആർ കറക്റ്റ്. എങ്കിലേ മസിൽ കോൺട്രാക്ഷൻ നടക്കുള്ളൂ. ദാ ഈ ചിത്രം നോക്കിക്കോ, ഇവിടെ ദാ ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻസ് ഉണ്ട്. ദാ ട്രോപ്പോണിൻസ്, ഇതിനെ മാറ്റുക എന്നുള്ള ജോലിയാണ് കാൽഷ്യത്തിന്. ഇനി നോക്കി, അടുത്ത നോക്കി, ദാ ഇതാണ് മസിൽ കോൺട്രാക്ഷന്റെ ഫിഗർ, മറക്കരുത്. ദാ ഇവൻ ATP എടുത്തു ഹെഡ്, ദെൻ ADP ആക്കി. അപ്പോൾ എന്ത് കിട്ടി? എനർജി കിട്ടി. ഈ ആക്ടിനെ ബൈൻഡ് ചെയ്തു, ട്രോപ്പോണിൻ പോയല്ലോ, ആക്ടിനെ ബൈൻഡ് ചെയ്തു, അതിനെ പ്രൊപ്പൽ ചെയ്തു. അപ്പോൾ ആക്ടിൻ ഫിലമെന്റ്സ് ഇങ്ങനെ നീങ്ങും. അങ്ങനെ ആക്ടിൻ ഫിലമെന്റ്സ് നീങ്ങുന്നതുകൊണ്ടാണ് മസിൽ കോൺട്രാക്ട് ചെയ്യുക. അടുത്തത്, ബേസ്ഡ് ഓൺ റെഡ് മസിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫോൾസ്. റെഡ് മസിലിനെ ബേസ് ചെയ്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നമ്മുടെ ബോഡിയിൽ 2 ടൈപ്പ് മസിലുണ്ട്. റെഡ് മസിലുണ്ട്, വൈറ്റ് മസിലുണ്ട്. റെഡ് മസിലിന്റെ പ്രത്യേകത, അതിൽ മയോഗ്ലോബിൻ എക്സസ് ആയിരിക്കും. വൈറ്റ് മസിൽ അത് ലെസ് ആയിരിക്കും. റെഡ് മസിൽ മൈറ്റോകോൺട്രിയ കൂടുതലായിരിക്കും. മൈറ്റോകോൺട്രിയ എക്സസ് ആയിരിക്കും, വൈറ്റ് മസിൽ ലെസ് ആയിരിക്കും. റെഡ് മസിലില് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, അതായത് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം ലെസ് ആയിരിക്കും. വൈറ്റ് മസിൽ അത് എക്സസ് ആയിരിക്കും. റെഡ് മസിൽ എയ്റോബിക് ആണ്, വൈറ്റ് മസിൽ അനൈറോബിക് ആണ്. എന്ന് വെച്ചാൽ റെഡ് മസിൽ എയ്റോബിക് റെസ്പിറേഷൻ നടക്കും, വൈറ്റ് മസിൽ അനൈറോബിക് റെസ്പിറേഷൻ ആണ് കൂടുതലായിട്ട് നടക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം ലെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഇവിടെ വായിച്ച് എക്സസ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. സോ ആൻസർ ഈസ് 1. എല്ലാവരും എഴുതി, വെരി ഗുഡ്. അടുത്ത നമ്മൾ നേരെ അടുത്ത പാർട്ടിലേക്ക് എത്തി. 8 flat bones are interconnected by suture joints in which part of human skeleton? നിങ്ങളുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിലെ ആക്സിൽ സിസ്റ്റം എടുക്കുക. സ്കൾ, വെർട്ടിബിൾ കോളം, റിബ്സ്, സ്റ്റേണം, ഇത്ര എടുക്കാം. അതിൽ സ്കളിൽ മൊത്തം 29 ബോൺസ് ഉണ്ട്. ക്രേനിയത്തിൽ മാത്രം, ക്രേനിയം എന്ന് പറഞ്ഞാൽ ഈ മുകൾ ഭാഗത്ത് മാത്രം 8 ബോൺസ് ഉണ്ട്. ഫ്ലാറ്റ് ബോൺസ് ആണ്, പരസ്പരം യുണൈറ്റ് ചെയ്തിരിക്കുന്ന സൂച്ചർ ജോയിന്റ് അല്ലെങ്കിൽ ഫൈബ്രസ് ജോയിന്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇമ്മൂവബിൾ ജോയിന്റ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ആൻസർ ക്രേനിയമാണ്. ക്രേനിയം 4 ആണ് ആൻസർ. എല്ലാവരും വിട്ടു. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ തൊറാസിക് റീജിയൻ ഓഫ് വെർട്ടിബിൾ കോളം. നിങ്ങളുടെ വെർട്ടിബിൾ കോളത്തിന് 5 പാർട്ട് ഉണ്ട്. സെർവിക്കൽ, തൊറാസിക്, ലംബർ, സേക്രൽ, കോക്സിക്സ്. ഇവിടെ 7 വെർട്ടിബ്ര, ഇവിടെ 12, ഇവിടെ 5, ഇവിടെ 1, ഇവിടെ 1. ദാ കറക്റ്റ് ഓർഡർ. ചോദ്യം തൊറാസിക് റീജിയൻ ആണ്. തൊറാസിക് റീജിയനിൽ 12 വെർട്ടിബ്രയാണ്, മറക്കരുത്. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് ട്രൂ റിബ്സ് ആൻഡ് ഫോൾസ് റിബ്സ് ആർ റെസ്പെക്റ്റീവ്ലി. നിങ്ങൾക്ക് മൊത്തം 12 പെയർ റിബ്സ് ഉണ്ട്. 12 പെയർ എന്ന് വെച്ചാൽ 24 റിബ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ 7 പെയർ
ട്രൂ റിബ്സ് ആയിരിക്കും, നേരിട്ട് സ്റ്റേണത്തിൽ കണക്ട് ചെയ്യും. അടുത്ത 3 പെയർ ഫോൾസ് റിബ്സ് ആയിരിക്കും, അവർ ഇൻഡയറക്ട്ലി സ്റ്റേണത്തിൽ കണക്ട് ചെയ്യും. ലാസ്റ്റിലത്തെ 2 പെയർ ഫ്ലോട്ടിംഗ് റിബ്സ് ആയിരിക്കും, അവരെവിടെയും കണക്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് പുറപ്പെടുന്നേ ഉള്ളൂ. ഇവിടെ ചോദ്യം ട്രൂ റിബ്സിന്റെ ഫോൾസ് റിബ്സിന്റെ എണ്ണം. ട്രൂ റിബ്സ് 14, 7 പെയർ എന്ന് പറഞ്ഞാൽ 14, ഫോൾസ് റിബ്സ് 6. അപ്പൊ ആൻസർ ഏതാ? 14 and 16. ആൻസർ ഈസ് 2. തെറ്റിപ്പോകും. പെയർ ആണെങ്കിൽ പെയർ എന്ന് പറയും, ഇവിടെ പെയർ എന്ന് പറഞ്ഞിട്ടില്ല, നമ്പറേ പറഞ്ഞിട്ടുള്ളൂ. സോ ആൻസർ ഈസ് 2. 7 and 3 എന്ന് പറയുമ്പോൾ നമ്പർ പെയറില്ലല്ലോ. 7 പെയർ and 3 പെയർ എന്ന് പറഞ്ഞാൽ ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടില്ല. 14 and 6 നല്ലോണം ആലോചിച്ചിട്ട് ചെയ്യണം കേട്ടോ. ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഫൗണ്ട് ഇൻ ആക്സൽ സിസ്റ്റം. നമ്മുടെ ആക്സൽ സിസ്റ്റം സ്കള്ള്, വെർട്ടിബ്രൽ കോളം, സ്റ്റേണം, റിബ്സ് ഇതെല്ലാം കൂടി സ്കള്ളിൽ 29, വെർട്ടിബ്രൽ കോളത്തിൽ 26, സ്റ്റേണം 1, റിബ്സ് 24, മൊത്തം കൂടി 80 ബോൺസ് ഉണ്ട്. സോ ആൻസർ ഈസ് 2. 2 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ സൈനോവിയൽ ജോയിന്റ്? നമ്മുടെ ബോഡിയിൽ 3 തരം ജോയിന്റ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ഇമ്മൂവബിൾ ജോയിന്റ്, അതിന് എക്സാമ്പിൾ ആണ് മുമ്പേ പറഞ്ഞ സൂച്ചർ. അടുത്ത സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്, ചെറുതായി അനങ്ങുന്ന ജോയിന്റ് ഉണ്ട്, അതിന് എക്സാമ്പിൾ ആണ് ഇന്റർ വെർട്ടിബ്രൽ ജോയിന്റ്, നമ്മുടെ 2 വെർട്ടിബ്രയ്ക്കിടയ്ക്കുള്ള ജോയിന്റ്. പിന്നെ സൈനോവിയൽ ജോയിന്റ് ഉണ്ട്, ഇത് ഏറ്റവും അടിപൊളിയായിട്ട് മൂവ് ചെയ്യുന്ന ജോയിന്റ് ആണ്, അതിന് എക്സാമ്പിൾ ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ഉണ്ട്, പിന്നെ ഹിഞ്ച് ജോയിന്റ് ഉണ്ട്, പിവറ്റ് ജോയിന്റ് ഉണ്ട്, ഗ്ലൈഡിംഗ് ജോയിന്റ് ഉണ്ട്, സാഡിൽ ജോയിന്റ് ഉണ്ട്. ഇത്രയാണ് ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച് ജോയിന്റ്, പിവറ്റ് ജോയിന്റ്, ഗ്ലൈഡിംഗ് ജോയിന്റ്, സാഡിൽ ജോയിന്റ്. ഇവിടെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ സൈനോവിയൽ ജോയിന്റ്? സാഡിൽ ജോയിന്റ് സൈനോവിയൽ ആണ്, ഇന്റർവെർട്ടിബിൾ ജോയിന്റ് സ്ലൈറ്റ്ലി മൂവബിൾ ആണ്, അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് വിളിക്കും. കാർട്ടിലേജിനസ്. ഗ്ലൈഡിംഗ് ജോയിന്റ് സൈനോവിയൽ ആണ്, ഹിഞ്ച് ജോയിന്റ് സൈനോവിയൽ ആണ്. സോ ആൻസർ 2 ആണ്. എല്ലാവരും ഇട്ടു. അടുത്ത ചോദ്യം, പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് സ്കെലറ്റൽ മസിൽ മെയിൻലി ഡ്യൂ ടു ജനറ്റിക്കൽ ഇഷ്യൂസ്. ജനറ്റിക്കൽ പ്രോബ്ലം കൊണ്ട്, ജീൻ പ്രോബ്ലം കൊണ്ട് നമ്മുടെ മസിൽ തളർന്നു പോകുന്ന അവസ്ഥയുടെ പേരെന്താണ്? മസ്കുലർ ഡിസ്ട്രോഫി. ഓട്ടോ ഇമ്മ്യൂണിറ്റി കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അത് മയസ്തേനിയ ഗ്രേവിസ്. ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഏതെങ്കിലും ഒരു ഡിസീസ് ചോദിക്കും മക്കളെ, നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ ബോൺ മാസ് കുറയും, ബോൺ മാസ് ഡിക്രീസസ്, നമ്മുടെ ബോണിന്റെ കട്ടി കുറയും, പെട്ടെന്ന് ഒടിഞ്ഞു പോകും. ടെറ്റനി എന്ന് പറഞ്ഞാൽ റാപ്പിഡ് സ്പാസംസ്, നമ്മൾ അറിയാതെ മസിൽസ് ഭയങ്കരമായിട്ട് കോൺട്രാക്ട് ചെയ്യും, വേദന വരും. അതുപോലെ ഗൗട്ട് ഉണ്ട്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് യൂറിക് ആസിഡ് ഇൻ ജോയിന്റ്സ്, ഭയങ്കര വേദന വരും. അപ്പൊ ഇത്രയും ഡിസീസിൽ ഏതെങ്കിലും ഒന്ന് വരും. അപ്പൊ മറക്കരുത്, ഈ സിസ്റ്റം നന്നായിട്ട് പഠിക്കുക. ഒരു 2 ചോദ്യം ഇതിൽ നിന്ന് വരാം, 2 ചോദ്യം എക്സ്ക്രീഷനിൽ നിന്ന് വരാം. മൊത്തം 4 ചോദ്യം, പറ 16 മാർക്ക്. അപ്പൊ ബി കൂൾ ആൻഡ് സ്റ്റേ റിലാക്സ്. ടീ സൈലം വിത്ത് യു. മറക്കരുത് കേട്ടോ. ബെസ്റ്റ് വിഷസ്. നന്നായി പഠിക്കണം, അടിപൊളിയാകണം. ഉച്ചയ്ക്ക് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോ ഇവിടുന്ന് എണീറ്റ് പോകരുത്. ദാ അടുത്ത ടീച്ചർ റെഡിയാണ്, ദാ കേറുന്നു, വെയിറ്റ് ചെയ്യാം കേട്ടോ. ബോട്ടണി AJ സാറ് നിങ്ങൾക്ക് വേണ്ടി ദാ വെയിറ്റ് ചെയ്തു. Yeah, have a nice morning. A very beautiful morning to everybody. Okay. അപ്പോൾ ആദ്യമേ നാളത്തെ എക്സാമിനേഷന് ഒരു അഡ്വാൻസ് ഓൾ ദി ബെസ്റ്റ് ആദ്യമേ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 2 ചാപ്റ്റേഴ്സ് ആണ് രാവിലെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ 2 ചാപ്റ്റേഴ്സ്, ഒന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനും ഒന്ന് മിനറൽ ന്യൂട്രീഷൻ ആണ്. ബോട്ടണിയിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. രണ്ടാമത്തത് മിനറൽ ന്യൂട്രീഷൻ ആണ്. അപ്പൊ ജൂലൈ 17-ാം തീയതി, അതായത് നാളെ, നിങ്ങൾക്ക് നീറ്റ് എക്സാമിനേഷനിൽ എന്ത് ചോദിക്കും എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളിൽ കാണാൻ പറ്റും എന്ന് ഉറപ്പ് പറയാൻ പോവാണ്. ടീച്ചറിന്റെ വാക്കാണ്, വെറും വാക്കാവില്ല. അപ്പൊ നോക്കാം ഏതാണ് നമ്മുടെ ചോദ്യങ്ങൾ. അപ്പൊ ഞാൻ ആദ്യത്തെ ചാപ്റ്റർ എടുക്കാൻ പോവാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സോ ആർ യു റെഡി? ഓക്കെ. സോ ജസ്റ്റ് 30 minutes സ്റ്റേ വിത്ത് മീ. NCERT ഒന്നും തുറക്കണ്ട, എന്റെ കൂടെ
ഒരു മിനിറ്റിനുള്ളിൽ ഒരു ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അപ്പൊ 30 സെക്കൻഡ്സ് എടുത്താൽ മതി, ഒരു മിനിറ്റ് ഒന്നും വേണ്ട. 30 സെക്കൻഡ്സിനുള്ളിൽ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ടാർഗറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പെർമിക് ആന്തർ, ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പെർമിക് ആന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോണോലോബ്ഡ് ആണോ ബൈലോബ്ഡ് ആണോ? ഒരു സംശയമില്ല, അത് ബൈലോബ്ഡ് ആണ്. മോണോതീക്കസ് ആണോ ഡൈതീക്കസ് ആണോ? ഡൈതീക്കസ് ആണ്, ഒരു സംശയമില്ല. അത് ടെട്രാസ്പൊറാൻഷിയേറ്റ് ആണ് എന്ന രഹസ്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ നമുക്ക് കിട്ടി, ബൈലോബ്, ഡൈതീക്കസ് ആൻഡ് ടെട്രാസ്പൊറാൻഷിയേറ്റ്. അടുത്ത ചോദ്യം നോക്കാം മക്കളെ. പോളൻ ഗ്രെയിൻസിന്റെ ഫോർമേഷൻ സമയത്ത് മൈക്രോസ്പോം മദർ സെൽ, പോളൻ ഗ്രെയിനിന്റെ അമ്മ, എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഇപ്പൊ പോളൻ ഗ്രെയിനിന്റെ അമ്മയ്ക്ക് ഒരു മിയോസിസ് ആണോ ഒരു മൈറ്റോസിസ് ആണോ, അതോ ഒരു മൈറ്റോസിസും ഒരു മിയോസിസും ആണോ എന്ന ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒരു സംശയം വേണ്ട, പോളൻ ഗ്രെയിനിന്റെ അമ്മയായ മൈക്രോസ്പോം മദർ സെല്ല് ഒരു മിയോസിസ് വഴി 4 കുഞ്ഞുങ്ങളെ പ്രസവിക്കും എന്ന കാര്യം മറന്നുപോണ്ട. 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ്. അപ്പൊ ചോദ്യം വളരെ സിമ്പിൾ ആണ്. 1 മിയോട്ടിക് ഡിവിഷൻ. ഗെറ്റ് സെറ്റ് ഗോ, റെഡി. അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ ചാൻസ് ഉള്ള ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടന്നു. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. Which of the following statement about sporopollenin is wrong? Wrong. സ്പോറോപൊള്ളിന്റെ കേസിൽ തെറ്റെന്ത്? എക്സൈൻ സ്പോറോപൊള്ളിൻ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. വീണ്ടും അടുത്ത് നോക്കുക. സ്പോറോപൊള്ളിനെ ഒരു എൻസൈമിനും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. സത്യസന്ധമായ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയെങ്കിൽ വീണ്ടും നോക്കുക. സ്പോറോപൊള്ളിൻ ജേംപോസ് ഉള്ള ഏരിയയിൽ മാത്രമേ കാണൂ. ജേംപോസ് ഉള്ള ഏരിയയിൽ സ്പോറോപൊള്ളിൻ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ the right answer goes to number C. C is the right answer. വീണ്ടും അടുത്ത ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. സോ ഈ വരുന്ന നീറ്റ് എക്സാമിനേഷൻ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ചോദ്യം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യാൻ പോവാണ്. സോ ആദ്യത്തെ ചോദ്യം എഴുതിക്കോളൂ. ജൂലൈ 17 നീറ്റ് 22. ഇവിടെ ഞാൻ എഴുതി നീറ്റ് 22. The question goes to this one. The pistil of Papaver poppy plant, Papaver somniferum എന്നറിയപ്പെടുന്ന പോപ്പി പ്ലാന്റിന്റെ ഈ പിസ്റ്റിൽ മോണോകാർപ്പുലറി ആണോ മൾട്ടി കാർപ്പുലറി ആണോ? ഒരു സംശയമില്ല, മൾട്ടി കാർപ്പുലറി. എപ്പോകാർപ്പസ് ആണോ സിൻകാർപ്പസ് ആണോ? ഒരു ഡൗട്ടും ഇല്ല ടീച്ചറെ, അത് മൾട്ടി കാർപ്പുലറി സിൻകാർപ്പസ് ആണ്. ഇറ്റ്സ് നോ ഡൗട്ട്. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കയറി. The ovule of an angiosperm is technically equivalent to. ഓവ്യൂളിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താ എന്ന് ചോദിച്ചാൽ എന്റെ കുട്ടികൾ ഒരിക്കലും പരാജയപ്പെടില്ല. The right answer goes to മെഗാസ്പൊറാൻഷ്യം. റെഡിയല്ലേ? വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കയറി. നോക്കുക. ടിപ്പിക്കൽ ആൻജിയോസ്പെർമിക് എംബ്രിയോസാക്കസ്. ഒരു ആൻജിയോസ്പെർമിന്റെ എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ ഓർമ്മയുണ്ടോ? ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പെർമിക് എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ എത്ര സെല്ല്, എത്ര ന്യൂക്ലിയസ് അറിയാം നിങ്ങൾക്ക്? മുകളിൽ 3, താഴെ 3, ശരിയല്ലേ? അപ്പൊ ഇതിൽ എത്ര സെല്ല്, എത്ര ന്യൂക്ലിയസ് ആണ് എന്ന് ചോദിച്ചാൽ 7 സെല്ല് ഉണ്ടാവും. 7 സെല്ല് വരുന്നത് ഇവിടെ മാത്രമാണ്. സോ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു 7 സെൽ and 8 nuclei. So 3 is the right answer. Am I right? Yes. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കയറാണ്. ഫങ്ഷണൽ മെഗാസ്പോർ ഓഫ് an angiosperm develops into. അപ്പൊ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ട് എന്തായിട്ട് മാറും എന്നാണ് ചോദ്യം. മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ട് ഓവ്യൂൾ ഉണ്ട്, എൻഡോസ്പോം ഉണ്ട്, എംബ്രിയോസാക്ക് ഉണ്ട്, എംബ്രിയോ ഉണ്ട്. സോ the right choice goes to embryosac as the right answer. Embryosac as the right answer. ശരിയല്ലേ? മെഗാസ്പോർ ഓർമ്മയുണ്ടാവും. മെഗാസ്പോ മദർ സെൽ എന്ത് സംഭവിക്കും? മെഗാസ്പോ മദർ സെൽ മിയോസിസ് സംഭവിച്ചു. ശരിയല്ലേ? മിയോസിസ് സംഭവിച്ച് എത്ര കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി? 4 മക്കളെ പെറ്റൊരമ്മി. അപ്പൊ അത് മറക്കരുത്. 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. അതിൽ 3 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ മരിച്ചു, മരണത്തെ വരവേറ്റു.
അപ്പൊ ഇത് ബ്രേക്ക് ഒരേ ഒരാൾ മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ഫങ്ഷണൽ മെഗാസ്പോർ. ഫങ്ഷണൽ മെഗാസ്പോർ മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ. ആൻഡ് ദിസ് ഫങ്ഷണൽ മെഗാസ്പോർ develops into embryo sac. Am I right? Yes. വീണ്ടും അടുത്ത ചോദ്യം നോക്കാം മക്കളെ. മെഗാസ്പൊറാൻഷ്യത്തിന് വിളിക്കുന്ന മറ്റൊരു പേര് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് തെറ്റാൻ പാടില്ല. അത് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വെച്ചോളൂ ഈ വർഷത്തെ ഓവ്യൂൾ. വീണ്ടും അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ദ ബോഡി ഓഫ് ദ ഓവ്യൂൾ ഇസ് ഫീസ്ഡ് വിത്ത് ദ ഫ്യൂണിക്കിൾ. ഓവ്യൂൾ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓവ്യൂൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ഓവ്യൂളിന്റെ ബോഡി ഫ്യൂണിക്കിളുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു ഏരിയ മനസ്സിൽ കൊണ്ടുവരിക. ദിസ് ഇസ് ദ ബോഡി ഓഫ് ദ ഓവ്യൂൾ. ഞാനിത് ആ ഫ്യൂണിക്കിൾ ഇങ്ങനെ വരച്ചു. അപ്പൊ ബോഡി ഈ പറയുന്ന ഫ്യൂണിക്കിളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ പോയിന്റ് ഏതാ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല മക്കളെ, ഒരു സംശയമില്ല. The right choice goes to Xylem. അപ്പൊ body fuses with the funicle. The right place is Xylem. റെഡി അല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. പോളിനേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിർബന്ധമായിട്ടും 2022 പ്രതീക്ഷിച്ചോ? സംശയമില്ല. നീറ്റ് 2022 ഒരു ചോദ്യം ഇതായിരിക്കും എന്ന് ഉറപ്പിച്ചോളൂ. The question goes to this one. ഏതാ? The term used to transfer pollen grains from ഒരു ചെടിയുടെ സ്റ്റിഗ്മയിൽ നിന്നും മറ്റൊരു ചെടിയിലേക്ക് പോകുന്നത്. ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് പോകുന്നതിനെ എന്ത് പേരിട്ട് വിളിക്കും എന്നാണ് എന്റെ ചോദ്യം. The right choice goes to xenogamy അല്ലെങ്കിൽ allogamy എന്ന് വിളിക്കാം. മറക്കരുത്, പോളിനേഷൻ മറക്കരുത്. ഓട്ടോഗാമി, ഗൈറ്റനോഗാമി, നമ്മുടെ സീനോഗാമി അല്ലെങ്കിൽ അല്ലോഗാമി. പോളിനേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിർബന്ധമായും ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. അതിന്റെ കൂടെ പഠിക്കേണ്ട സംഗതിയാണ് എന്ത്? അതിന്റെ കൂടെ തന്നെ നോക്കേണ്ടതാണ് ക്ലീസ്റ്റോഗാമി. മറക്കണ്ട. തുറക്കാത്ത പുഷ്പങ്ങളാണോ തുറക്കുന്ന പുഷ്പങ്ങളാണോ? ക്ലീസ്റ്റോ മീൻസ് ക്ലോസ്ഡ്. അങ്ങനെയാണെങ്കിൽ ഗൈറ്റനോഗാമി അയൽവാസികൾ തമ്മിലുള്ള മാരേജ്. ഒരു ചോദ്യം പോളിനേഷനിൽ നിന്നും ചോദ്യം നീറ്റ് 2022 എന്തായാലും സംഭവിക്കും മക്കളെ. അടുത്ത ചോദ്യം നോക്കാം. Which of the following is incorrect for wind pollinated plants? വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന ചെടികൾക്ക് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ. അത് ശരിയോ തെറ്റോ? ഒരു സംശയമില്ല ടീച്ചറെ, അത് ശരിയാണ്. അടുത്ത് നോക്കാം. മെനി ഓവ്യൂൾസ് ഇൻ ഈച്ച് ഓവറി. തെറ്റ്. അങ്ങനെയെങ്കിൽ ശരിക്കും എന്താ വേണ്ടത്? എ സിംഗിൾ ഓവ്യൂൾ അല്ലേ വരേണ്ടത്. സോ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു 2. അടുത്ത ചോദ്യം നോക്കാം. വാട്ടർ ഹയാസിന്ത്, വാട്ടർ ലില്ലി, കൊളവാഴിയും ആമ്പലിന്റെ കേസിലും പോളിനേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ വെള്ളമല്ല എന്ന് നിങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി NTA ഈ ചോദ്യം നിങ്ങളെ പറ്റിക്കാൻ ഇടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. The right choice goes to the right choice. വാട്ടർ ഹയാസിന്തും വാട്ടർ ലില്ലിനെയും പോളിനേറ്റ് ചെയ്യുന്നത് ആരാ എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട. ദാറ്റ് ഇസ് ഇൻസെക്ട്സ് അല്ലെങ്കിൽ വിൻഡ് ആണ് മക്കളെ. ദ റൈറ്റ് ചോയ്സ്. തെറ്റിക്കരുത്. എന്ത് സംഭവിച്ചാലും പഠിക്കാതെ പോകരുത്. പോളിനേഷന്റെ ഏരിയ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരു കാരണവശാലും ഇത് പഠിക്കാതെ പോരുന്ന മക്കളെ. ഡി ഫോർ ഡോക്ടർ എന്ന് ഓർത്തിരിക്കുക. നമ്പർ 4 ഇസ് ദ റൈറ്റ് ആൻസർ. വീണ്ടും അടുത്ത ചോദ്യം നോക്കാം. ഡബിൾ ഫെർട്ടിലൈസേഷനിൽ ആരൊക്കെ തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. ഇപ്പൊ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ 2 എഗ്ഗാണോ? അല്ല. 2 എഗ്ഗും പോളാറോണോ? അല്ല. ഒരു മെയിൽ ഗമീറ്റും സൈനജിഡുമായിട്ടാണോ? അല്ല. ഒരു മെയിൽ ഗമീറ്റ് വിത്ത് എഗ്ഗും another with the secondary nucleus. So the right choice again goes to D for doctor. Okay. അടുത്ത ചോദ്യം നോക്കാം. ഫിലിഫോം അപ്പാരറ്റസ്. വീണ്ടും നീറ്റ് 2022 ഇതുണ്ടാകുമോ എന്നാണ് എന്റെ ചോദ്യം. 2 ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാക്സിമം 3 ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വെച്ചോളൂ. ഫിലിഫോം അപ്പാരറ്റസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വെച്ചോളൂ. ഇന്ന് ടീച്ചർ പറയുന്ന ചോദ്യങ്ങളിലായിരിക്കും
നാളെ ഈ ചാപ്റ്ററിൽ നിന്നും ഉണ്ടാവും. അപ്പൊ ഫിലിഫോം അപ്പാരറ്റസ് എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് ചോദിച്ചാൽ പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്നില്ലേ? അപ്പൊ ശരിയായ ആൻസർ ഏതാന്ന് ചോദിച്ചാൽ സൈനാജെറ്റ്സ്. സൈനാജെറ്റ്സിന്റെ ഉള്ളിലല്ലേ ഇത് കാണുക? എഗെയിൻ 4 is the right answer. അങ്ങനെയാണെങ്കിൽ ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ ഏതാ എന്ന് ചോദിച്ചാൽ പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യല്ലേ? അങ്ങനെയാണെങ്കിൽ the right choice goes to guide the entry of pollen tube. മിസ്റ്റേക്ക് വരരുത്. ഫിലിഫോം അപ്പാരറ്റസ് പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന രഹസ്യം ഒരു കാരണവശാലും വിട്ടുപോകരുത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കയറി. എംബ്രിയോന്റെ സസ്പെൻസറിന് എന്താണ് മെയിൻ ആയിട്ടുള്ള ജോലി? എംബ്രിയോയുടെ സസ്പെൻസർ നിങ്ങൾ ഓർത്തു നോക്കുക. എംബ്രിയോ അതായത് സസ്പെൻസർ അതിന്റെ സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് എംബ്രിയോനെ എന്ത് ചെയ്യാണ്? ദ ഡൈക്കോട്ട് എംബ്രിയോന്റെ 2 കോട്ടണൻസിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യത്തിന് മുമ്പിൽ എന്റെ കുട്ടികൾ പതറിപ്പോകുമോ? ഒരിക്കലും പതറില്ല ടീച്ചറെ, ഒരിക്കലും ഞങ്ങൾ ഈ ചോദ്യത്തിന് മുമ്പിൽ പതറില്ല. ഇവൻ എന്ത് ചെയ്യും? എൻഡോസ്പേമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുകയല്ലേ? അങ്ങനെയെങ്കിൽ ദ ഫങ്ഷൻ ഓഫ് സസ്പെൻസർ ഓഫ് എംബ്രിയോ ഏതാ വരാ? pushing the embryo into the nutritive endosperm region. എൻഡോസ്പേമിൽ നിന്നും ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്ന ജോലിയല്ലേ? അല്ലേ? യെസ്. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. ദ മോർഫോളജിക്കൽ നേച്ചർ നോക്കൂ. കോക്കനട്ടിന്റെ എഡിബിൾ പാർട്ട്, നമ്മള് തേങ്ങ ചിരണ്ടി നമ്മൾ കഴിക്കുന്ന ആ സാധനത്തിന്റെ ടെക്നിക്കൽ ടേം മലയാളി വിജയിക്കും. മലയാളി ഇത് ആൻസർ ചെയ്തിരിക്കും. കാരണം തേങ്ങയുടെ ഉള്ളിലുള്ള ടെക്നിക്കൽ ടേം നമ്മളല്ലാതെ പിന്നെ ആരാ മക്കളെ ഇത് ആൻസർ ചെയ്യുക? ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു തേങ്ങയുടെ ടെക്നിക്കൽ ടേം ആണ് എൻഡോസ്പേം as the right answer. ശരിയല്ലേ? എൻഡോസ്പേം as the right answer. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. കോക്കനട്ട് വാട്ടർ ഫ്രം എ ടെൻഡർ കോക്കനട്ട്, തേങ്ങ വെള്ളം എന്ന് പറയുന്നത് ടെക്നിക്കലി സയന്റിഫിക്കലി ആരാ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഇമ്മച്വർ എംബ്രിയോ ആണോ? അല്ല, ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. അതായത് എന്ത് ഫോം ചെയ്തുകൊണ്ടിരിക്കും? ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് തുടർച്ചയായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. Again, let's move to the next one. ഫ്രൂട്ട്സ് 2 ടൈപ്പ് ഉണ്ട്, ട്രൂ ഫ്രൂട്ട്സും ഫാൾസ് ഫ്രൂട്ട്സും. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, തലാമസിൽ നിന്നും ഉണ്ടായ ഫ്രൂട്ടിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? തലാമസിൽ നിന്നുണ്ടായ ഫ്രൂട്ടിനെ ഏത് പേരിലാണ് മക്കളെ അറിയപ്പെടുന്നത്? The right choice goes to false fruit. Neet 2020 വീണ്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ചോദ്യം. ഇനി ഞാൻ കഴിഞ്ഞ വർഷത്തെ 2021 അപ്രതിസന്ധി ഉണ്ടാക്കിയ ചോദ്യത്തിലേക്കാണ്, ഏറ്റവും ക്രൂഷ്യൽ ക്വസ്റ്റ്യനിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്. നീറ്റ് 2020 എല്ലാവർക്കും പ്രതിസന്ധി ഉണ്ടാക്കി അത് അലേർട്ടായ ശേഷം കംപ്ലൈന്റ് ചെയ്ത ചോദ്യമാണ്. ചോദ്യത്തിന്റെ മുമ്പിലാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കാം. The plant part which consists of 2 generation, one within the other. ഈ ചോദ്യം മനസ്സിലാക്കിയാലേ ഈ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. 2 തലമുറയെ ചോദിക്കുന്നത്, 2 ജനറേഷൻ. ഈ 2 ജനറേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഹാപ്ലോയിഡും ഒന്ന് ഡിപ്ലോയിഡും ആണ് മക്കളെ. ഒന്ന് ഹാപ്ലോയിഡും ഒന്ന് ഡിപ്ലോയിഡും ആണ്. അപ്പൊ ഹാപ്ലോയിഡ് ഡിപ്ലോയിഡിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡിന്റെ ഉള്ളിലോ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. ചോദ്യം ഇതാണ്, പോളൻ ഗ്രെയിൻസ് നോക്കൂ. പോളൻ ഗ്രെയിൻസ് ഇൻസൈഡ് ദ ആന്തർ. പോളൻ ഗ്രെയിൻ മക്കളെ ഹാപ്ലോയിഡ് ആണ്, ആന്തർ ഡിപ്ലോയിഡ് ആണ്. അപ്പൊ ഹാപ്ലോയിഡ് ഡിപ്ലോയിഡിനകത്തല്ലേ? അപ്പൊ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അടുത്ത് നോക്ക്, പോളൻ ഗ്രെയിൻ വിത്തിൻ മെയിൽ ഗമീറ്റ്സ്. പോളൻ ഗ്രെയിൻ ഹാപ്ലോയിഡ്, മെയിൽ ഗമീറ്റ് ഹാപ്ലോയിഡ്. അപ്പൊ ഇത് തെറ്റല്ലേ? ഇതല്ലല്ലോ. അടുത്ത് നോക്ക, സീഡ് വിത്തിൻ ദ ഫ്രൂട്ട്, സീഡ് ഡിപ്ലോയിഡ്.
ഫ്രൂട്ട് ഡിപ്ലോയിഡ്. അപ്പൊ ഇതുമല്ല ടീച്ചറെ, ഇതുമല്ല. അങ്ങനെയെങ്കിൽ വീണ്ടും അടുത്ത് നോക്കാം. എംബ്രിയോ സാക്ക് ഇൻസൈഡ് ദ ഓവ്യൂൾ, എംബ്രിയോ സാക്ക് ഹാപ്ലോയിഡ്, ഓവ്യൂൾ ഡിപ്ലോയിഡ്. ശരിയല്ലേ ടീച്ചറെ? അപ്പൊ രണ്ടെണ്ണമാണ് ശരി. സോ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു A and D is the right one. A and D is the right one. വീണ്ടും അടുത്ത ചോദ്യം നോക്കുക. എംബ്രിയോണൽ ആക്സസ് എബവ് ദ കോട്ട്ലഡൻ. കോട്ട്ലഡൻ ഏതാ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. ഇതല്ലേ ആ രണ്ട് കോട്ട്ലഡൻ? ആ കോട്ട്ലഡന്റെ മുകൾ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് പ്ലീമ്യൂളായിട്ട് മാറാൻ പോകുന്ന ഭാഗം ഏതാ എന്നാണ് ചോദ്യം. വാട്ട് ഇസ് ദിസ് പോർഷൻ ഇസ് നോൺ ആസ്? ഇതിന്റെ പേരെന്താ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, ഹൈപ്പോ എപ്പി. ഹൈപ്പോ എന്ന് പറയുന്നത് താഴെയും, എപ്പി എന്ന് പറയുന്നത് മുകളിലുമല്ലേ? അപ്പൊ കോട്ട്ലഡൻസിന്റെ മുകളിലുള്ള ഭാഗം ഏതാ എന്ന് ചോദിച്ചാൽ നോ ഡൗട്ട് ഇസ് എപ്പികോട്ടൈൽ. വീണ്ടും അടുത്ത ചോദ്യം ഇതാണ് മക്കളെ. വാസ്കോ ഡി ഗാമ കേരളത്തിലെത്തിയത് എന്ത് കടത്തിക്കൊണ്ട് പോവാനാണ്, അല്ലെങ്കിൽ എന്ത് കടത്തിക്കൊണ്ട് പോയി എന്നതിന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ കാണുന്നത്. പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ്. ഈ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് എവിടെയാ കാണുന്നത്? പെപ്പറിന്റെ ഉള്ളിൽ കാണാം, കുരുമുളകിന്റെ ഉള്ളിൽ കാണാം. അപ്പൊ കുരുമുളക് കടത്തിക്കൊണ്ട് പോയത് അതിൻ്റെ ഉള്ളിൽ എന്തുള്ളത് കൊണ്ടാണ്? ഒരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ വാസ്കോ ഡി ഗാമയ്ക്ക് കുരുമുളകിന്റെ ആവശ്യം എന്താ? അവരുടെ പോർച്ചുഗീസിൽ പോയിട്ട് ഭക്ഷണത്തിന് എരിവ് കൂട്ടാനാണോ? നവ. എന്താണ് ഈ പെപ്പറിന്റെ ഉള്ളിൽ വാസ്കോ ഡി ഗാമയെ കൊണ്ടുപോകാൻ സാധിച്ചത്? ലോകത്തിലെ ഏറ്റവും ഭീകരനായ ഒരു വസ്തു അതിൻ്റെ ഉള്ളിലുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഒരു സാധനം അതിൻ്റെ ഉള്ളിലുണ്ട്. എന്താണെന്നറിയോ? പെരിസ്പോമിന്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് ആർക്ക് പറയാൻ പറ്റും? ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് പറയാൻ പറ്റും? പെരിസ്പോമിന്റെ ഉള്ളിൽ ഏത് വസ്തുവിന് വേണ്ടിയിട്ടാണ് വാസ്കോ ഡി ഗാമ എസ്റ്റാബ്ലിഷ് ദ പോർച്ചുഗീസ് ഡൈനാസ്റ്റി ഇൻ ഇന്ത്യ? ഏത് വസ്തുവായിരുന്നു? ഓക്കെ, അപ്പൊ നോക്കാം ഏത് വസ്തുവായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം, അത് ആന്റിബയോട്ടിക് ആണ്. ഓക്കെ, ആന്റിബയോട്ടിക് ആണ്. റെഡിയല്ലേ? ഓക്കെ. അപ്പൊ വീണ്ടും നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ പെപ്പാവറിന്റെ കേസ് ചോദിക്കുന്നുണ്ട്. ആ പെപ്പാവറിന്റെ ഡയഗ്രാം ആയിരുന്നില്ല കൊടുത്തത്, അത് മൈക്കീലിയയുടെ ഡയഗ്രാം ആയിരുന്നു. അത് ഞാൻ മാറ്റാൻ പോവാണ്. അത് പെപ്പാവർ അല്ല, പെപ്പാവർ മൾട്ടി കാർപ്പുലറി. ഇതല്ല, അത് സത്യമാണ്. അത് ഞാൻ മാറ്റി. ഓക്കെ, പെപ്പാവറിന്റെ ഡയഗ്രാം നോക്കാം. പെപ്പാവർ എന്ന് പറയുന്നത് മൾട്ടി കാർപ്പുലറി സിങ്ക് കാർപ്പസ് ആണ്. ഓക്കെ, ഇത് ഞാൻ മാറ്റി. ഓക്കെ, അത് മൈക്കീലിയയുടെ ഡയഗ്രാം അവിടെ വന്നു പോയതാണ്. ആക്ച്വലി അത് പെപ്പാവർ അല്ല. സോ ചോദ്യം പെപ്പാവർ ആണ്. പെപ്പാവർ മൾട്ടി കാർപ്പുലറി സിങ്ക് കാർപ്പസ് ആണ്. മൾട്ടി കാർപ്പുലറി സിങ്ക് കാർപ്പസ്. ഇപ്പൊ പെർഫെക്റ്റ് ആയില്ലേ? പെപ്പാവറിന് ജസ്റ്റിസ് കൊടുത്തില്ലേ നമ്മള്? ഓക്കെ, അപ്പൊ പെപ്പാവറിനെ നമ്മൾ വിട്ടു. അപ്പൊ മൾട്ടി കാർപ്പുലറി സിങ്ക് കാർപ്പസ് ആണ് പെപ്പാവർ എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഞാൻ നോക്കി, നിങ്ങൾ കണ്ടു, നിങ്ങൾ പറഞ്ഞത് കണ്ടു. ഓക്കെ, ഫൈൻ, റെഡി. ഓക്കെ, എപ്പിക്കോട്ടയിലാണല്ലോ സന ചെയ്തത്. എബവ് ദ കോട്ട്ലഡൻ എപ്പിക്കോട്ടയിൽ തന്നെയല്ലേ നമ്മൾ ചെയ്തത്? യെസ്, എപ്പിക്കോട്ടയിൽ തന്നെയാണ് ചെയ്തത്. എന്താ സംശയം? എന്താ? എപ്പിക്കോട്ടയിലല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? മിനറൽ ന്യൂട്രീഷനിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ മിനറൽ ന്യൂട്രീഷനിൽ നിന്നും ഒരേ ഒരു ചോദ്യമാണ് മക്കളെ ഉണ്ടാവുക. അത് ഏത് ചോദ്യമാണ് എന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. ആദ്യത്തെ ചോദ്യം ഹൈഡ്രോപോണിക്സ്. എന്ത് തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, ഗൗരി ചോദിക്കുന്നത് ജോണിക്ക് ബിരിയാണി ഇപ്പൊ പോയേനെ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ജോണി പറയുന്നുണ്ട് സാറ് പറഞ്ഞ് ഈ ചോദ്യം വന്നാൽ ബിരിയാണി എനിക്ക് തരും എന്ന് ജോണി മോൻ പറയുന്നുണ്ട്. ഓക്കെ ജോണി, റൈറ്റ്, ശരി. ഓക്കെ ആണോ? പെപ്പാവർ എന്ന് പറയുന്നത് എപ്പോഴും മൾട്ടി കാർപ്പുലറി സിങ്ക് കാർപ്പസ് ആണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചിത്രം ഞാൻ മാറ്റി. സോ ഹൈഡ്രോപോണിക്സിലേക്ക് ഞാൻ തിരിച്ചുപോയി.
ഹൈഡ്രോപോണിക്സിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ വാട്ടർ ആണോ സോയിൽലെസ് കൾട്ടിവേഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു സോയിൽലെസ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഹൈഡ്രോപോണിക്സിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, റെഡി. ഓക്കെ, എപ്പിക്കോട്ടയിലാണ് മോനെ ആൻസർ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കുക. ദ ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഓഫ് എൻ എലിമെന്റ്. ദ ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി 3 ക്രൈറ്റീരിയ ഉണ്ട് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. അതിൽ ഒരു ക്രൈറ്റീരിയ ഇതിൽ വരില്ല എന്നാണ് പറയുന്നത്. ഏതാണ് ആ വരാത്ത ക്രൈറ്റീരിയ? ഫസ്റ്റ് ക്രൈറ്റീരിയ വരും, സെക്കൻഡ് ക്രൈറ്റീരിയ വരും, മൂന്നാമത്തെ ക്രൈറ്റീരിയ വരും, നാലാമത്തെ ക്രൈറ്റീരിയ നോക്കുക. ദേ മസ്റ്റ് ബി പ്രസന്റ് ഇൻ ദ പ്ലാന്റ്സ് കോൺസെൻട്രേഷൻ എക്സസ് ഓഫ് 10 millimole. 10 millimole വരുന്നത് മാക്രോ ന്യൂട്രിയൻസ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഇസ് ദ റൈറ്റ് വൺ. അടുത്ത ചോദ്യത്തിലേക്ക് കയറാൻ പോവാണ്. ഐഡന്റിഫൈ ദ ഇൻകറക്ട്ലി മാച്ച്ഡ് പെയർ. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന പെയർ ഏതാ എന്ന് കണ്ടുപിടിക്കണം. മിനറൽ ന്യൂട്രീഷൻ ആണ് ചാപ്റ്റർ. വളരെ ആലോചിക്കുക. പൊട്ടാസ്യം ആരാണ് ടീച്ചറെ എന്ന് ചോദിച്ചാൽ സ്റ്റൊമാറ്റ തുറക്കാനും അടയ്ക്കാനും ഉപയോഗിക്കും എന്നതിൽ ഒരു തർക്കവും. ശരിയല്ലേ? വീണ്ടും അടുത്ത ആളെ നോക്കുക. മെഗ്നീഷ്യം റൈബോസോമിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യും, അതേപോലെ ക്ലോറോഫിൽ ഒരു തർക്കവും. വീണ്ടും അടുത്ത് നോക്കുക. ബോറോൺ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യണം, കാർബോഹൈഡ്രേറ്റിന് ട്രാൻസ്ലൊക്കേഷൻ. ഇതെല്ലാം കറക്റ്റ് മാച്ചിങ് ആണ്. ഒരേ ഒരു റോങ് മാച്ചിങ്ങേ ഉള്ളൂ. മോളിബ്ഡീനം എന്ന് പറയുന്നത് നൈട്രജൻ മെറ്റബോളിസത്തിൽ വരും, പക്ഷെ വാട്ടർ സ്പ്ലിറ്റിംഗിൽ വരില്ല. വാട്ടർ സ്പ്ലിറ്റിംഗിൽ മാംഗനീസ് ആൻഡ് ക്ലോറിൻ ആണ് വരിക. സോ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു ഡി ഫോർ ഡോക്ടർ. ദ ഫോർത്ത് വൺ ഡി ഫോർ ഡോക്ടർ. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ 2 subunits ഓഫ് റൈബോസോം. റൈബോസോമിന്റെ സബ്യൂണിറ്റുകൾ നോക്കൂ മക്കളെ. ഇതൊരു സബ്യൂണിറ്റ്, ദേ സ്മോളർ സബ്യൂണിറ്റ്. ലാർജർ സബ്യൂണിറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യിക്കാൻ ലാർജറും സ്മോളർ സബ്യൂണിറ്റും റൈബോസോമിന്റെ 2 സബ്യൂണിറ്റുകളെ ജോയിൻ ചെയ്യിക്കുന്ന എലിമെന്റ് ആരാ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കുമോ? ഇല്ല ടീച്ചറെ, അത് മെഗ്നീഷ്യമാണ് എന്ന് കൃത്യമായി നാളെ നമ്മൾ എഴുതിയിരിക്കും. വീണ്ടും അടുത്ത ചോദ്യം നോക്കുക. ബോറോൺ എന്ത് ജോലിയാണ് പ്ലാന്റിൽ ചെയ്യുന്നത്? എൻസൈം ആക്ടിവേഷൻ ഉണ്ടോ? ഫോട്ടോസിന്തസിസ് ആണോ? ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു കാർബോഹൈഡ്രേറ്റ് ട്രാൻസ്ലൊക്കേഷൻ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ വർഷത്തെ നീറ്റ് 2022 ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്. താഴെ പറയുന്നതിൽ ആരാണ് റൈബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്? ഇതാരാ? റുബിസ്കോന്റെ ആക്ടിവേറ്റർ ആരാൻ ചോദിച്ചാൽ ഒരു സംശയം ഉണ്ടാവരുത്. There is again magnesium. റുബിസ്കോന്റെ ആക്ടിവേഷൻ മാത്രമല്ല, PP കാർബോക്സിലേസിന്റെയും ആരാൻ ചോദിച്ചാൽ അത് മെഗ്നീഷ്യം ആണെന്ന് അറിഞ്ഞിരിക്കണം. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. അടുത്ത ചോദ്യം നോക്കുക. ഏത് എലിമെന്റ് ആണ് ടർജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്ന് വെച്ചാൽ ഒരു സെല്ലിന്റെ ഉള്ളിൽ ടർഗർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന എലിമെന്റ് ആരാ എന്ന് ചോദിച്ചാൽ ഇവൻ തന്നെയല്ലേ സ്റ്റൊമാറ്റ തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്നത്? ശരിയല്ലേ? ടർജിഡിറ്റിനെ ബേസ് ചെയ്തിട്ടല്ലേ സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് വരെ സംഭവിക്കുന്നത്. സോ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു ഇറ്റ്സ് പൊട്ടാസ്യം. അടുത്ത ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. കൺവേർഷൻ ഓഫ് അമോണിയ ടു നൈട്രൈറ്റ് ആണ്. നോക്കൂ, NH3 എന്തായിട്ട് മാറി? NO2-. ഇത് ചെയ്യുന്ന ബാക്ടീരിയ കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ, നൈട്രിഫൈങ് ബാക്ടീരിയ ആരാന്നാണ് ചോദ്യം. അപ്പൊ നൈട്രോസോമോണാസ് വരുമോ ഇല്ലയോ? വരും ടീച്ചറെ. നൈട്രോസോമോണാസ് വരും. നൈട്രോബാക്ടർ വരുമോ? ഇല്ല. അവൻ നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റാണ്. നൈട്രോകോക്കസ് വരുമോ? വരും. അങ്ങനെയെങ്കിൽ D for doctor is the right answer. ജൂൺ 2022
പ്രതീക്ഷിക്കാവുന്ന അടുത്ത ജൂലൈ 2022 ഓക്കെ നീറ്റ് 2022 അടുത്ത ചോദ്യം ദാ ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞു. നീറ്റ് 2022 ഇത് വന്നിരിക്കും. നാളെ 2 മണിയാവുമ്പോൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം ഇതേ രൂപത്തിൽ എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടാവുമോ എന്ന് നാളെ കൃത്യം 2 മണിക്ക് അറിയും, കാണും, കേൾക്കും. ജോണി, നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ മുഹമ്മദ് ഷക്കീർ ചോദിക്കുന്നുണ്ട്, ഈ ക്ലാസ് കൊണ്ട് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഷക്കീറെ, ഈ ഒരു ക്ലാസ് മാത്രം, ഈ ഒരു ലൈവ് മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്തു പോയാൽ ചിലപ്പോൾ നാളെ നീ ക്വാളിഫൈ ചെയ്തെന്നിരിക്കും. ഉറപ്പിക്കൊന്നുമില്ല ഞാൻ, പക്ഷേ നിനക്കത് ചെയ്യാൻ പറ്റും. റൈറ്റ്. അങ്ങനെയെങ്കിൽ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു, നോക്കൂ, പിങ്ക് പിഗ്മെന്റ്. ഏത് പിങ്ക് പിഗ്മെന്റ് ആണ്? ഏത് പിങ്കിഷ് പിഗ്മെന്റ് ആണ്? റൂട്ട് നൊഡ്യൂൾസിന്റെ ഉള്ളിലിരുന്ന് അവൻ ചെയ്യുന്ന ജോലിയാണ് ചോദിക്കുന്നത്. എന്തിനു വേണ്ടി? നൈട്രോജനേസ് എൻസൈമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. നോക്കൂ, നൈട്രോജനേസ് എൻസൈം ആനഎറോബിക് ആയതുകൊണ്ട്, ആനഎറോബിക് ആയതുകൊണ്ട് നൈട്രോജനേസിനെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? ഓക്സിജൻ സപ്ലൈ, റെഗുലേറ്റ് ഓക്സിജൻ സപ്ലൈ. ഓക്സിജനെ കടത്തിക്കൊണ്ടുപോയി മക്കളെ, ഓക്സിജനെ കടത്തിക്കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യനിലേക്ക് കയറാൻ പോവാണ്. ദ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ നോക്കൂ, മാച്ച് ദ ഫോളോയിങ്. നോക്കൂ, 4 മുതൽ 6 മാച്ച് ദ ഫോളോയിങ് നാളെ ഉണ്ടാകും. നാളെ 6 മാച്ച് ദ ഫോളോയിങ്ങിൽ ഉണ്ടാവും. അപ്പൊ ഉറപ്പിച്ചോ, മാച്ച് ദ ഫോളോയിങ് ഒരുപാട് കാണാം, തെറ്റിക്കാൻ പാടില്ല ഒരു കാരണവശാലും. മാച്ച് ദ ഫോളോയിങ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വീണ്ടും നോക്കുക, നൈട്രോസോമോണാസ് ആരോട് കണക്ട് ചെയ്യാം? നൈട്രോസോമോണാസിനെ നമുക്ക് ആരോട് കണക്ട് ചെയ്യാം? അമോണിയ നൈട്രൈറ്റ് ആക്കി മാറ്റും. അങ്ങനെയെങ്കിൽ റൈസോബിയം നൈട്രോജനെ അമോണിയാക്കി മാറ്റും. തയോബാസിലസ് ഡീനൈട്രിഫിക്കേഷൻ, നൈട്രോബാക്ടർ എന്താ? നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റും. അങ്ങനെയെങ്കിൽ കറക്റ്റ് ആൻസർ ഏതാ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും the third one. അപ്പൊ മറക്കരുത്, നൈട്രോസോകോക്കസ് എന്ത് ചെയ്യും? ഇവനാണ് എ. നൈട്രോകോക്കസ് നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കും. റൈസോബിയം എന്ത് ചെയ്യും? റൈസോബിയം നൈട്രജനെ അമോണിയാക്കി മാറ്റി. തയോബാസിലസ് എന്ത് ചെയ്തു? ഡീനൈട്രിഫിക്കേഷൻ, നൈട്രജനെ പറഞ്ഞു വിട്ടു. നൈട്രോബാക്ടർ അമോണിയത്തിനെ നൈട്രൈറ്റ് ആക്കി മാറ്റി. ഇസ് ഇറ്റ് ഓക്കെ? വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. താഴെ പറയുന്നതിൽ മാക്രോന്യൂട്രിയൻസ് ആര്? വീണ്ടും നോക്ക, അയൺ അല്ല വിട്ടു, കോപ്പർ അല്ല വിട്ടു, മോളിബ്ഡീനം വിട്ടു, മാംഗനീസ് വിട്ടു, നൈട്രജൻ ഉണ്ട് പക്ഷെ സിങ്ക് ഇല്ല. ഒരേ ഒരു ആൻസറിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തി. നൈട്രജൻ, മെഗ്നീഷ്യം ആൻഡ് ഫോസ്ഫറസ്. മാക്രോന്യൂട്രിയൻസ് 9 പേരെയും മൈക്രോന്യൂട്രിയൻസ് 8 പേരെയും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ മക്കളെ? മാക്രോന്യൂട്രിയൻസ് മറക്കാതെ ഓർത്തിരിക്കാൻ പറ്റണം. എങ്ങനെ? CHONNPK CMS, കാൽസ്യം, മെഗ്നീഷ്യം ആൻഡ് സൾഫർ. അടുത്ത ചോദ്യം നോക്കുക. ബെനഫിഷ്യൽ എലിമെന്റേ അല്ല. ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു പൊട്ടാസ്യം. പൊട്ടാസ്യം ഒരു ബെനഫിഷ്യൽ എലിമെന്റേ അല്ല. ഏതാ ബെനഫിഷ്യൽ എലിമെന്റ്? 3 S, ഒരു C. സോഡിയം സിലിക്കൺ, സെലീനിയം ആൻഡ് കൊബാൾ. വീണ്ടും മാച്ച് ദ ഫോളോയിങ്. മിസ് മാച്ച് ചെയ്ത റോഡോസ്പൈറലം ഒരിക്കലും മൈക്കോറൈസ വരില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യം നോക്കുക. ക്ലോറോസിസ് എന്ന് പറയുന്നത് എന്താ എന്ന് നിങ്ങൾക്കറിയാം. അത് ക്ലോറോഫിൽ ഇല്ലാതെ പോന്നു, മഞ്ഞളിപ്പ് രോഗം, ഈ പറയുന്ന എലിമെന്റ്സ് എല്ലാം വരും. ചോദ്യം എന്താണ്? ക്ലോറോസിസ് അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. accumulation of mutated chlorophyll is not related to chlorosis.
അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ചോദ്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോവാണ്. അവസാനത്തെ ചോദ്യങ്ങളിലേക്ക്. മാംഗനീസിന്റെ ഏറ്റവും മികച്ച ഫംഗ്ഷൻ എന്ത്? ഏറ്റവും മികച്ച ഫംഗ്ഷൻ ഇതാ വരുന്നു നീറ്റ് 2022. ഇതാ വരുന്നു 2022. മാംഗനീസിന്റെ ഫംഗ്ഷൻ ഏതാ എന്ന് ചോദിച്ചാൽ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. കണ്ടാ, ഇത് മറക്കരുത്. 2 പേരുണ്ട്, മാംഗനീസ് ആൻഡ് ക്ലോറിൻ. ഒരു കാരണവശാലും ഈ ചോദ്യം പഠിക്കാതെ, ഈ ഒരു കാര്യം പഠിക്കാതെ നീറ്റ് എക്സാമിനേഷന്റെ ഹാളിൽ കയറുന്നതിന് മുമ്പ്, റിപ്പോർട്ടിംഗ് ടൈമിന് തൊട്ട് മുമ്പ് ഇത് നോക്കാതെ നിങ്ങൾ പോവരുത്. The one is the answer. And the last and the final question of this chapter. താഴെ പറയുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെയുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് ഏകദേശം 20 ക്വസ്റ്റ്യൻസിലധികം നിങ്ങൾക്കുണ്ടാകും. അപ്പം മറക്കണ്ട. ചോദ്യം നോക്കാം. അനബീന ആൻഡ് നൊസ്റ്റോക്ക് ഫ്രീ ലിവിംഗ് ആയിട്ട് നൈട്രജനെ ഫിക്സ് ചെയ്യും. സത്യമാണ്. വീണ്ടും അടുത്ത് നോക്കാം. റൂട്ട് നൊഡ്യൂൾ നോക്കൂ. ഈ പറയുന്ന ഫ്രീ ലിവിംഗ് കണ്ടീഷൻസിൽ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം, എയറോബിക് കണ്ടീഷൻ. വീണ്ടും നോക്കാം. ഫോസ്ഫറസ് സെൽ മെംബ്രെയിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്, ന്യൂക്ലിക് ആസിഡ്സിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്, എല്ലാ പ്രോട്ടീൻസിലും കാണും. തെറ്റ്. മൂന്നാമത്തതാണ് തെറ്റായ ഓപ്ഷൻ. So that is the right answer. So let's finish the chapter. Okay, so good luck for your exam. നാളെ നല്ല അടിപൊളിയായിട്ട് എഴുതിക്കൊള്ളാം. എല്ലാവിധ ആശംസകളും. ഓക്കെ, സോ താങ്ക് യു ആൾ. വീണ്ടും നമ്മൾ അവസാനത്തെ എൻവയോൺമെന്റൽ ഇഷ്യൂസുമായിട്ട് വൈകുന്നേരം കണ്ടുമുട്ടും. ഓക്കെ, ബൈ. നമസ്കാരം എല്ലാവർക്കും. So welcome. Now I'm going to start giving the questions about the topic digestion and absorption. Here everybody, whoever seeing the video, everybody should be 100% active. Okay, now this is the time for solving the questions. So that is your duty. So everyone here, whoever seeing the video, everybody must be active and everybody must give answer. I'm going to start the topic digestion and absorption. Now first question on your screen. The hardest substance in the vertebrate body is. Now as we know, teeth, the crown part of the teeth, everybody should be active. The crown part of the teeth is covered by the hardest substance, that is enamel. So this I'm going for option C. Good, everybody should give. The next question. The structure that prevents the entry of the food into the trachea during the swallowing in the mammals. What is that answer? What is the one which prevent the entry of the food into the trachea? That is epiglottis. So very good, should be active. Epiglottis is a structure that belongs to elastic cartilage. So that epiglottis is elastic cartilage that prevents the entry of food into trachea. Okay, going. Next one. The mucosal layer in the stomach forms irregular foldings. What does that answer? The mucosal layer in the stomach forms irregular foldings. Come on, fast. That one is a rug. What is the importance of knowing this question? The mucosal layer in the stomach forms irregular foldings called rug. That means that indicates stomach. That rug indicates the stomach also involved in the absorption of the certain substances. Small intestine is mostly involved in the absorption of the substances, but not only small intestine. Stomach is also involved in the absorption. That is indicated by rug, irregular foldings of the mucosal layer in the stomach.
That rug indicates small intestine. That stomach also involved in the absorption of certain substances. Good. Be active. Next one. Panith cells. Panith cells parayambo, it related to the intestinal glands. Intestinal glands parayambo, that is the crypts of Lieberkin. Comes to the Panith cells. Answer is a Panith cells are found in the crypts of Lieberkin. Now, what is importance of the Panith cells? Panith cells produce the enzyme lysozyme. Varmundalle. So, Panith cells associated with the crypts of Lieberkin. Panith cells associated with the secretion of enzyme lysozyme. First point about lysozyme I am telling. Lysozyme is an antibacterial. Okay, it fight against the bacteria. Next one. Lysozyme associated, I am telling the related points about the lysozyme. Recollect. Thus, lysozyme associated with the body fluids like a saliva, tears, mucus and colostrum. Lysozyme associated with the body fluids, saliva, tears, mucus and colostrum. It belongs to physiological barrier. Physiological barriers. Second point. The next point. Lysozyme, antibacterial, responsible for the lysis of the bacterial cell wall. That is why in biotechnology, when you are treating the bacteria cell to degrade the cell wall, digestion in the bacteria, we are using the lysozyme. So, causes responsible for the breakdown of bacterial cell wall. These are the points. What are the points you need to get? The Panith cells parayambo when it comes to the GIT. Panith cells associated with the crypts of Lieberkin of the intestinal gland, responsible for production of the antibacterial enzyme, that is a lysozyme. Second one is that lysozyme associated with the saliva, tears, mucus and colostrum belongs to physiological barriers of innate immunity. Next one. Lysozyme used in the breakdown of the bacterial cell wall during the extraction of DNA that you studied in the biotechnology. Now, so Panith cell option D. Next. Kaffer cells are present in. Pettane answer parayanam. Kaffer cells. Kaffer cells are associated with the liver. What is actually Kaffer cells means? Pettane parayanam. Kaffer cells are a type of macrophages. Kaffer cells are the type of the macrophages. Macrophages parayambo and the parayanam. These macrophages are belongs to phagocytic cells. Phagocytic cells. So, the type of macrophages associated with the liver. The type of macrophages associated with the liver are called Kaffer cells. That means Kaffer cells are macrophages, phagocytic cells responsible for the protection of the liver. Okay, next one. Glycogen. This question important. Glycogen is stored in mainly stored in the liver and also stored in the muscles. So I am going for the explanation. Glycogen is mainly storing in the liver and also stored in the muscles. Okay. Now what is the point you need to get? Glycogen synthesis. That means here you need to remember 100%, you need to remember the liver. So that is why when you called as a glycogen synthesis, glycogenesis or glycogen breakdown, glycogenolysis, whether you take the glycogen synthesis or you take the glycogen breakdown, that is associated with the liver only. That is why if you take the carbohydrate metabolism, that you have to go for the liver. Either glycogen breakdown or glycogen synthesis occurs in the liver. That is why whether you take the insulin, hormone insulin, and also if you take the glucagon while you are reading the chemical coordination, if you take the either insulin or glucagon, the targeted tissue, because insulin and glucagon both are associated with the carbohydrate metabolism mainly. One is a hypoglycemic hormone, one is a hyperglycemic hormone. That is why these
two hormones mainly associated with the carbohydrate metabolism. That is a carbohydrate metabolism. Which organ that is a liver. So liver is a response, is a site, major site for the storing of the glycogen. Okay, right? That is option D. Next one. Bile salt. Bile salt actually what are the examples of the bile salt? Sodium or potassium. Glycocolate. Sodium or potassium glycocolate. Bile salt who is secreting? Bile salt produced by the liver. What are the functions of the bile salt? Bile salt responsible for the emulsification of fat and also activation of enzyme lipase. What are the points to remember? Bile salts are the directs are synthesizing from the cholesterol. Bile salts are directly synthesizing from the cholesterol. Biles, that is why bile salts are belongs to steroids. I will tell you. One more thing is that in a cell, that bile salt synthesizing at a smooth endoplasmic reticulum. What are the points you need to remember? Bile salts are directly synthesizing from the cholesterol. That is why bile salts are belongs to steroids. 1 point. Bile salts are chemically sodium potassium glycocolate. Okay. These are synthesized by the liver. What is the function of the bile salt? Bile salts are responsible for the emulsification of the fat and also activation of enzyme lipase. So, okay, these are the points we need to remember with regard in the bile salt. So, bile salt option A. Next one. If this question is important, Castell's intrinsic factor. Castell's intrinsic factor. At least you should remember the intrinsic factor. Intrinsic factor associated with the absorption of cyanocobalamin. That's nothing but vitamin B12. So, intrinsic factor associated with the absorption of vitamin B12. Intrinsic factor parayamba, what are the points you need to get? Intrinsic factor produced by oxyntic or parietal cells of gastric gland. This gas intrinsic factor parayambo, this intrinsic factor produced by the oxyntic or parietal cells of the gastric gland. 1 point. It associated with the absorption, helps in the absorption of the cyanocobalamin or vitamin B12. That B12 is required for the maturation of the RBC. RBC maturation ki vitamin B12 venam or cyanocobalamin venam. If any damage, autoimmune destruction of the intrinsic factor, that leads to pernicious anemia. So what are the points you need to get? Intrinsic factor. Definitely we can expect question with regarding the intrinsic factor. Intrinsic factor produced by the oxyntic and parietal cells of the gastric gland associated with the absorption of the cyanocobalamin or vitamin B12 that is absolutely required for the maturation of the RBC. Then if any what it called deficiency of the vitamin B12 or destruction of the intrinsic factor leads to an autoimmune disorder called as a pernicious anemia. These are the points you need to remember with regarding the Castell's intrinsic factor. Okay, right. Next one. pH of the saliva. pH, what is the pH of the saliva? Where otherwise salivary amylase, instead of pH of the saliva, instead of saying that one, the salivary amylase most active or what, which pH? Immediately go for the 6.8. Now it comes to the pH of the saliva is pH of saliva is equal to 6.8. What is the pH of the stomach? pH of the stomach is a 1.8. Next one is a pH of the intestinal juice, that is a 7.4 to 7.8. Slightly alkaline. So overall 8. So pH of the saliva is a 6.8. That means pH of the stomach is a 1.8. pH of the intestinal juice is a 7.4 to 7.8.
That means salivary amylase maximum with this point. Salivary amylase maximum activate to 6.8. Pepsin is a maximum activate to 1.8. Intestinal enzymes are maximum activate to 7.4. These are the points we need to get. Now going. Pancreatic juice. Pancreatic juice parayambo. It is related to the digestion, right? Is it exocrine or endocrine? This when you tell pancreatic juice parayambo, that you have to go for the exocrine property. Exocrine, because pancreas is a mixocrine gland as we know. So the exocrine property of the pancreas responsible for the production of the pancreatic juice. Which cells are contributing? That is the acinar cells. Pattern the answer parayanam. So exocrine gland, that is acinar cells contributing the production of the pancreatic juice. What is this pancreatic juice consists of? That is a trypsinogen. Next one is a chymotrypsin, carboxypeptidase. These three are belongs to trypsin, chymotrypsin and carboxypeptidase. These three are belongs to proteolytic enzymes. Next one is a pancreatic amylase. Next one is a pancreatic lipase. What are the enzymes you need to remember in the pancreatic juice? Pancreatic juice consists of trypsin, chymotrypsin, carboxypeptidase. Inactive formula you need to remember. Pancreatic amylase and pancreatic lipase. These are the enzymes should remember. With this one, pancreatic juice consists of enzyme responsible for the breakdown of proteins, breakdown of the fat, breakdown of the carbohydrates. That is why I am going for option A. Come on. Next one. In the absence of enterokinase, enterokinase is very, very important. What is the function of enterokinase? Enterokinase is produced by the intestinal juice, that is in the small intestine. What is the function of enterokinase? Para. This enterokinase is responsible for the conversion of trypsinogen into the trypsin. Very important in the digestion of the proteins in the small intestine. That enterokinase, once enterokinase function, one more time I am telling. Enterokinase produced only in the small intestine, responsible for the activation of the trypsinogen into trypsin. Once the trypsin activates the procarboxypeptidase and chymotrypsinogen. That means trypsin, chymotrypsin, carboxypeptidase are related to the digestion of the proteins. That is, if there is an absence of enterokinase, there is a disturbance in the digestion of the proteins. Starch is a carbohydrate, maltose is a disaccharide, amino acid. So option is a albumin, because albumin belongs to proteins. Now, would be affected in the intestine, proteins, albumin. Next one. Peristalsis. What is the peristalsis? Peristalsis, the swallowing, the food is continuously going. It is a involuntary, because peristalsis is moved by the smooth muscles. Smooth muscles parayambo enda nammadike, smooth muscles parayambo involuntary alle. That is why nammadike ariyam that elementary canal is from the esophagus to the up to rectum. Elementary canal made up of the two layers of the smooth muscle, inner circular muscles, outer longitudinal muscles. This the function is a peristalsis, involuntary muscle contraction, relaxation of the elementary canal. Here one more point remember, peristalsis is controlled by the center present in the medulla. Okay, settle. Next one. The energy content in the kilocalories. Carbohydrate how much? Carbohydrate is a 4 kilocalories giving. Proteins how much? 4 kilocalories. Fat, that is a maximum sustainable energy during the starvation. That is a 9 kilocalories. So approximately double than the carbohydrate or a proteins. That is why we are going for 1:2. That is option B. That is there in the table in the digestion and absorption. That is why. So the construct. Kilocalories, carbohydrate how much? 4 kilocalories. Proteins how much? 4 kilocalories. Fat how much?
9 kilocalories. Maximum sustainable energy comes from the fat during the starvation. That is why 1:1:2. That is the option B. Next one. Goblet cells. What is a goblet cell? Goblet cell parayambo nammade ormayanam. Goblet cells are unicellular glands responsible for the production of the mucus. That is I am going for the 2. Lysozyme. Just I said lysozyme. Which cells producing the lysozyme in the GIT? Tanith cells associated with the crypts of Liberkin. That lysozyme belongs to antibacterial. That is option 1. Saliva contributed by the parotid gland, sublingual gland, what it called that parotid glands. That is why here sublingual gland. That is option 4. Oxyntic cell associated with the secretion of the HCl. That is 3. So 2, 1, 4, 3. Option D. Important. These are the match the following. It will cover the so many points. Yes, we reached. That is why I am telling within a not more than within a 19 minutes. Yes, so within a 19 minutes we cleared the 15 questions. That is very good to everyone. So because in the time in Neet exam, the only barrier we need to overcome is the time. That is why all the best. So now I am going for the next one. So next question I am going to start. Everybody get ready. Everybody. Next topic is the body fluids and circulation. Get ready everyone. Be active. So we are at the tip of the time duration. That is everybody active. So I am going to start body fluids and circulation. So get ready everyone. So first one, what is the correct systemic circulation pathway? Systemic, 2 types of pathways. One is a pulmonary circulation, another one is a systemic circulation. One is a pulmonary circulation, another one is a systemic circulation. Pulmonary, before going to tell the answer, 2 points I said. Pulmonary circulation evada modalavu, evada endavu. Systemic circulation evada start avu, evada endavu. What is importance of pulmonary circulation? Pulmonary circulation is responsible for the oxygenation of the blood. Systemic circulation is responsible for the transport of substances, that is the nutrients, oxygen and hormones. That is why here systemic circulation starts from the left atria. Left atria model start by carrying the oxygenated blood. Then oxygenated blood reaches to the next one is the left ventricle. Yes or no? Through bicuspid wall. From there it carries a systemic aorta, that is a aorta. Then it is going to the tissues and supplying the nutrients and carrying the deoxygenated blood coming to the right atria. That is why going for option C. Everybody get ready. What are the points? Right pulmonary circulation and the what is important? Systemic circulation and the that's importance. Okay. Next one. Tricuspid wall. The important area, people get confused. Tricuspid and tricuspid wall and bicuspid wall. Tricuspid wall, for example, if you take the heart normally, this one is a right atria, this is a left atria. Right ventricle, this is a left ventricle. Confuse avanda. Okay, exam time lo there is a stimulation of sympathetic neurons. It will make us too confused. That is why right atrial, right ventricular combo. This you can take the tricuspid wall. This you can take the what it called bicuspid wall or mitral wall. This tricuspid wall is connecting the right atria with the right ventricle. Bicuspid wall or mitral wall is connecting the left atria with the left ventricle. So this tricuspid wall and bicuspid wall together called as atrioventricular walls. These atrioventricular walls prevent the backflow of the blood from the ventricles to the atria. So that is why nobody get confused. Now I am going for that is a right atrium and right ventricle option D. Next one, same question, mitral wall. Mitral wall means what? That is a bicuspid wall. Bicuspid wall is present between the left atria and left ventricle. Option A. Next one. The duration of the cardiac cycle. What is the normal duration of the cardiac cycle? Normal duration of the cardiac cycle is 0.8 seconds. What do you need to remember? Cardiac cycle. First one is a atrial systole. What is the duration of atrial systole? 0.1 second.
Next, ventricular systole, that is a 0.3 seconds. Joint diastole, 0.4 seconds. These are the things you need to remember. The total duration of the cardiac cycle is about 0.8 seconds. Out of that, atrial systole will take the 0.1 second. Ventricular systole takes a 0.3 second. Joint diastole takes the 0.4 seconds. Total 0.8 seconds. So I'm going for option A. Everybody get ready, be active. Next one is a sympathetic stimulation. Here two things are there. One is a sympathetic, another one is a parasympathetic. With regarding this one, sympathetic neurons will increases the heartbeat, increases the cardiac output, increases the what it called heart contraction. Parasympathetic, sympathetic neurons activate when we are in the excited mode, when we are in the what it called as a hurry situation. So parasympathetic neuron exactly opposite, decreases the heartbeat, decreases the cardiac output, decreases the heart contraction. Remember that area is confusing area. So everybody should be careful. So sympathetic neurons increases the heartbeat ano, decreases the heartbeat ano. B increases the heartbeat. Okay la? Settle la? Next one. Parasympathetic neurons exactly opposite. So parasympathetic neurons decreases the heartbeat. So sympathetic neurons and parasympathetic neurons. These sympathetic and parasympathetic neurons both are belongs to ANS. So sympathetic neurons activate when we are in the excited mode. Sympathetic neurons activate when we are in the hurry-burry emergency situation. Parasympathetic neurons activate when we are in the rest. So if you remember this one, you can make it easy. Next one. In ECG, T wave, there is a P wave, QRS wave and T wave. PRS wave, that is atrial depolarization. P wave is a result of the atrial depolarization. QRS wave is due to the ventricular depolarization. T wave is related to the ventricular repolarization. Confused exam lo give. So what is a P wave indicates? P wave indicates atrial depolarization. Atrial depolarization gives the P wave. Ventricular depolarization gives the QRS wave. Ventricular repolarization indicates the T wave in the ECG. That is why I am going for option C. Get ready fast. Type the answer fast. So when I am telling the explanation, whoever seeing this video should tell the answer. Now, the lub sound, there is a two sound. That is a lub and dub together 0.8 seconds as we know as a part of the cardiac cycle. Lub sound is due to the closing of atrioventricular valves. Atrioventricular valves include both the tricuspid and bicuspid valve. Next one is a dub sound is due to the closing of semilunar valves. That is a pulmonary valve and a systemic valve. Lub and dub. First sound is a lub. Lub is due to the closing of atrioventricular valves. Dub second sound is due to the closing of semilunar valves. So I am going for option C, closing of atrioventricular valves. Okay la? Next one. Average cardiac output of the person is a 5 liters. Cardiac output, the amount of the blood pumped by the heart per minute is called as a cardiac output. Now you are in the relaxed state, you are in the sitting mode, your cardiac output is a 5 liter. When compared with you, my cardiac output definitely is a higher because I am metabolically active, physiologically active. But on average, what is the cardiac output? That is a 5 liter, the amount of blood pumped by the heart per minute. Cardiac output is equal to stroke volume into number of heartbeats per minute, that is a 72. You can calculate this one. Cardiac output is equal to stroke volume into number of beats per minute is a 72. So this is I am going for option B. Next one. Give these blood vessel aorta. It carries the oxygenated blood. Inferior vena cava, that is the largest vein. It carries a deoxygenated blood.
Pulmonary artery. Pulmonary artery is the only artery that there in our syllabus that carries a deoxygenated blood. Pulmonary vein, it is the only vein. Pulmonary vein is the only vein that carries oxygenated blood. Pulmonary artery is the only artery that carries the deoxygenated blood. Pulmonary vein is the only vein that carries the oxygenated blood. Here the question is that carries the oxygenated blood, that is the aorta and pulmonary vein. That is I am going for option 1 and 4. Next one, dash accelerate the heartbeat due to the stimulation of adrenal medulla by sympathetic neurons. That is a adrenaline, that is a epinephrine. That is why while I am telling I said epinephrine, norepinephrine, they are not only the hormones but also acts as the neurotransmitters. That is why here that point is also important. Okay, sympathetic neurons, the hormones like neurotransmitter like adrenal and noradrenaline increases the heartbeat, increases the contraction of the heart and also increases the cardiac output. That is why option A. Next one, the cation. This question important. The cation, that is a mineral is required for the coagulation of the blood. What is the ion required for the coagulation of the blood? Is absolutely calcium. I said calcium is required for the muscle contraction. It is required for the coagulation of the blood. It is required for the chromosomal condensation. It also increases the permeability of the plasma membrane and also used in the inducing the competency. Varmundali ella. So what are the points you need to get in the calcium? Calcium is absolutely required for the muscle contraction. It is required for the coagulation of the blood. So it is required for the condensation of the chromosome. It increases the permeability of the plasma membrane. And also, while studying the biotechnology, if a host cell want to make it competent, we need to treat with a specific concentration of calcium chloride. These are the points you need to get with regarding the calcium. Settle. Next one. The donor X and Y is belongs to same blood group, but transfusion leads to RBC agglutination. What is the answer? So donor X is belongs to donor, Y is belongs to recipient. So still agglutination happened means this X is RH positive, this is RH negative, because he is giving the RH antigens to the what it called as a Y person. That is why that results the formation of anti-RH antibodies in the Y person's body that leads to agglutination of RBC. So X is RH positive, Y is RH negative. Next one, which is correct about the leukocytes? WBC, they are not red colored due to the absence of the hemoglobin. They can cross the blood vessel capillaries. That is called as, that process is called as a diapedesis. We studied in the locomotion also. That is under the importance of the pseudopodia. The next one is that they are not uninuclear. This is a characteristic feature of RBC, not WBC. Decreases the number of leukemia, increases leukemia is belongs to blood, what it will blood cancer. Cancer duration cells will increase because cancer is characterized by the what it called excess cell division of the cells. That is why they can cross the blood capillaries. That process called as a diapedesis with the help of the pseudopodia, which is formed by the protoplasmic streaming with the help of the microfilaments. This is how we need to study, we need to kill, we need to break the NCERT. So once if you take one point, we have to complete the NCERT. So this is the one. Next one is the basophils. Basophils is mast cells and basophils are related to the what it called as a that responsible for the secretion of histamine and serotonin. That is a 4. Next one is a monocyte. Monocytes and macrophages. Monocytes and macrophages both are belongs to phagocytic cells. Thrombocytes are synthesizing from the megakaryocytes. When the B cell HMI, B cells activated, results the formation activated, that is the plasma cells. Eosinophils associated with the allergy.
So remember, these from the body fluid circulation law, that cells from the cells we will get one question. That is why I am telling. So I am going for the option D. The next one. So this is the one. So this is how I covered the two chapters. One is a digestion, another one is a body fluids and circulation. So within 30 minutes, we completed the almost 30 questions. So each question 1 minute. Thank you for everyone. So for the next chapter, we will meet after. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ മക്കളെ. നമ്മൾ എന്ത് ചെയ്യാണ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. സോ അതിനു മുന്നേ നാളത്തെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഓർക്കേണ്ട കാര്യം, അഡ്മിറ്റ് കാർഡ് 2 എണ്ണം കയ്യിൽ വെക്കണം. അഡ്മിറ്റ് കാർഡ് 4 പേജുള്ള അഡ്മിറ്റ് കാർഡ് 2 എണ്ണം കളർ പ്രിന്റ് എടുത്തുകൊണ്ട് ഫോട്ടോ ഒട്ടിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടി. 15-ാം തീയതി വന്ന ഒരു പുതിയ നോട്ടീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ മറക്കരുത്, 2 അഡ്മിറ്റ് കാർഡ് എടുക്കണം. അതിൽ 2ലും എന്താണ്, ഫോട്ടോ ഒട്ടിച്ചിരിക്കണം, കളർ ആയിരിക്കണം. ഇത്രയും ഫുൾഫിൽ ചെയ്തിട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ. അത് പിന്നീട് വന്ന അപ്ഡേറ്റ് ആണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, 15-ാം തീയതി നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. സോ നമുക്ക് കിടക്കാലോ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നിങ്ങൾക്കറിയാം 4 ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ ഉണ്ടാവുക. മിക്കവാറും 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യനുകൾ നമ്മൾ എടുക്കാൻ പോവുകയാണ്. മക്കളെ നോക്കി, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വാടാ. ഇജാക്കുലേറ്ററി ഡക്റ്റ് ആണ് ഒന്നാമത്തത്. ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാസ് ഡിഫറൻസിന്റെ മേല സെമിനൽ വെസിക്കിൾ വന്ന് ഓപ്പൺ ചെയ്താൽ അത് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയി. എവിടെ വെച്ചിട്ടാണ് വാസ് ഡിഫറൻസ് ലൂപ്പ് ആവുക? യൂറിനറി ബ്ലാഡറിന്റെ മുയല വന്ന് വാസ് ഡിഫറൻസ് ഇങ്ങനെ ലൂപ്പ് ഉണ്ടാക്കും. ആ ലൂപ്പിലേക്ക് വന്ന് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഗ്ലാൻഡ് ഓപ്പൺ ചെയ്താൽ ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയി മാറി. ദെൻ വാസ് ഡിഫറൻസ് ഇല്ല. സോ വാസ് ഡിഫറൻസും സെമിനൽ വെസിക്കിളിന്റെ ഡക്റ്റും രണ്ടും ഫ്യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന ഒരു കോമൺ ഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഓക്കെ ആണല്ലോ. ഇജാക്കുലേറ്ററി ഡക്റ്റ് ഈസ് ഫോംഡ് ബൈ വാസ് ഡിഫറൻസ് along with the duct of seminal vesicle. നമുക്ക് 2 സെമിനൽ വെസിക്കിൾ അല്ലേ ഉള്ളത്. ഈ സെമിനൽ വെസിക്കിൾ എന്താ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്? ഫ്രക്ടോസ് ഉണ്ടാക്കുന്നു. സെമനിൽ ഫ്രക്ടോസ് കാണുന്നു, അല്ലെ സെമിനൽ പ്ലാസ്മയില് ഫ്രക്ടോസ് റിലീസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആരാണ്? സെമിനൽ വെസിക്കിൾ ആണ്. സോ സെമിനൽ വെസിക്കിളും വാസ് ഡിഫറൻസും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയി മാറും. എന്തായിട്ടാ മാറുക? ഇജാക്കുലേറ്ററി ഡക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. വിച്ച് ഡക്ട് അസെൻഡ് ടു അബ്ഡോമൻ ആൻഡ് ലൂപ്പ് ഓവർ ദി യൂറിനറി ബ്ലാഡർ? യൂറിനറി ബ്ലാഡറിന്റെ മേലെ വന്ന് ലൂപ്പ് ചെയ്ത ഈ ഡക്റ്റിന്റെ പേരെന്തായിരുന്നടാ? വാസ് ഡിഫറൻസ് എന്നാണ്. സോ വാസ് ഡിഫറൻസ്, ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ റെഡി അല്ലേ? എന്താണ് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഫൈൻഡ് ദ റോങ് മാച്ചിങ്. ഓവി ഡക്ട് 10 to 14 സെന്റിമീറ്റർ കറക്റ്റ് ആണല്ലോ. ഓവി ഡക്ട് 10 to 14 സെന്റിമീറ്റർ ആണ്. ഓവറി 2 to 4 സെന്റിമീറ്റർ ഇൻ ലെങ്ത് ആണോ? അല്ല. എങ്ങനെയാണ് ഓവറി? ഓവറി 2 to 4 സെന്റിമീറ്റർ ആണ്. ടെസ്റ്റിസ് 4 to 5 സെന്റിമീറ്റർ ലെങ്ത് കറക്റ്റ് അല്ലേ? 3ഉം റെഡിയാണ്. ഓക്കെ, ഇതാണ് റോങ് ആയില്ല. 10 to 12 സെന്റിമീറ്റർ എന്നാണ് ഇവിടെ വരേണ്ടത്. സോ ടെസ്റ്റിസിന്റെ വിഡ്ത് 2 to 3 സെന്റിമീറ്റർ ആണ്. സോ ഏതാണ് റോങ് എന്നാണ് ചോദിച്ചത്? ഓവി ഡക്ട് 10 to 14 എന്നുള്ളത് റോങ് ആണ്. 10 to 12 സെന്റിമീറ്റർ ആണ്. എന്താണ് ഉത്തരം? 10 to 12 സെന്റിമീറ്റർ ആണ്. മറക്കരുത്, ടെസ്റ്റിസിന്റെ ലെങ്ത്, വിഡ്ത്, ഓവറിയുടെ സൈസ്, ഓവി ഡക്റ്റിന്റെ കറക്റ്റ് 10 to 12 സെന്റിമീറ്റർ ആണെന്ന് മക്കൾ മറക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് പെയർഡ്? നമുക്ക് 5 ആക്സസറി ഗ്ലാൻഡുകൾ ഉണ്ട്. 2 പെയർഡും 1 അൺപെയർഡും ആണ്. സോ പെയർഡ് ഏതൊക്കെയാ? സെമിനൽ വെസിക്കിളും ബൾബോ യൂറിത്ര ഗ്ലാൻഡും ആണ് പെയർഡ് എന്ന് പറയുന്നത്. അൺപെയർഡ് ഏതായിരുന്നു മക്കളെ? പ്രോസ്ട്രേറ്റ് ആണ്. എന്താണ് പ്രോസ്ട്രേറ്റ്? മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം ഏതായിരുന്നു? Ca2+ അയോൺ. സെമിനൽ വെസിക്കിള് ഫ്രക്ടോസ് അല്ലെ, അതുകൂടാതെ കുറച്ച് എൻസൈംസ് ഒക്കെ ഉണ്ട്. സോ ടോട്ടാലിറ്റിയില് അതിനെ നമ്മൾ സെമിനൽ പ്ലാസ്മ എന്ന് പറയും. ബഗിന്റെ റോൾ എന്താ? ബഗ് പ്രൊഡ്യൂസ്. എന്താണ് ബഗിന്റെ? ലൂബ്രിക്കൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ഹെൽപ്പ് ഇൻ ലൂബ്രിക്കേഷൻ. എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? ലൂബ്രിക്കേഷൻ. മറക്കാൻ പാടില്ലേ, ആക്സസറി ഗ്ലാൻഡ് 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഉള്ള പ്രൊഡക്റ്റ് നമ്മള് സെമിനൽ പ്ലാസ്മ എന്നാ പറയാ. അതിൽ ഫ്രക്ടോസ്, കാൽസ്യം, എൻസൈംസ്, അത് മറക്കാൻ പാടില്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡിപ്ലോയിഡ്? ഇതിൽ ഏതാണ് ഡിപ്ലോയിഡ് എന്നാണ് ചോദിച്ചത്. ഒന്നാമത്തത് തന്നെ ഡിപ്ലോയിഡ് ആണ്. പ്രൈമറി യൂസ് ആയിട്ട് ഡിപ്ലോയിഡ് ആണ്. സോ പ്രൈമറി എന്ന് കണ്ട ഉറപ്പായും ഡിപ്ലോയിഡ് ആ. പ്രൈമറി യൂസൈറ്റ് ആയാലും ശരി, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയാലും എന്തായിരിക്കും? 46 ക്രോമസോം ഉണ്ട്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറഞ്ഞാല് മിയോസിസ് 1 കഴിഞ്ഞതാണ്. സോ N ആണ്. സ്പെർമാറ്റിഡ് N ആണ്. പോളാർ ബോഡി എന്താണ്? N ആണ്. സോ ഡിപ്ലോയിഡ് ഏതാണ് മക്കളെ? ഏതാണ് ഡിപ്ലോയിഡ്? പ്രൈമറി യൂസ് ആയിട്ടാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ളത്. ഏതാണ്? പ്രൈമറി യൂസ് ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. മാച്ച് ദി ഫോളോയിങ്.
മാച്ച് ദി ഫോളോയിങ്. മാച്ച് ചെയ്ത് നോക്കിയാലോ നമുക്ക്. മെയിൽ ജേം സെൽസ് ഏതാണ്? സ്പെർമാറ്റോഗോണിയ. മെയിൽ ജേം സെൽ ഏതാണ്? സ്പെർമാറ്റോഗോണിയ. ലെഡിക്സ് ആൻഡ്രജൻ. സെർട്ടോളി സെൽസ് ന്യൂട്രീഷൻ. ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് ബ്ലഡ് വെസൽസ്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ 3 ആൾക്കാരാണ് ഉണ്ടാവുക. ബ്ലഡ് വെസൽ ഉണ്ടാവും, ലെഡിക് സെൽസ് ഉണ്ടാവും, ഇമ്മ്യൂണോളജിക്കലി കോമ്പീറ്റന്റ് സെൽസ് ഉണ്ടാവും. ഇവിടെ നമ്മുടെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ. സോ ഏതാണ് ഓപ്ഷൻ എന്ന് നോക്കി. ഒന്നാമത്തത് A4 ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. എന്താണ്? A4 ആണ്, B1 ആണ്, then C2 ആണ്, D3 ആണ്. ഓക്കെ, അതേതാണ് ഓപ്ഷൻ? ഓപ്ഷൻ A is the right answer. അടുത്തതിലേക്ക് വരൂ. അടുത്തൊരു ലോങ് ക്വസ്റ്റ്യൻ ആണ്, മക്കൾ ശ്രദ്ധിച്ച് വായിക്കുക. വിച്ച് ഓഫ് ദി ഫാക്ടേഴ്സ് ആർ ട്രൂ അബൌട്ട് ഗാമറ്റോജെനിസിസ്? ഗാമറ്റോജെനിസിനെ റെഫറൻസ് ചെയ്ത് ട്രൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഒന്നാമത് നോക്കിയേ, FSH ആക്ട് ഓൺ ലെഡിക് സെൽ. FSH ഒരിക്കലും ലെഡിക് സെല്ലിന്റെ മേലെ ആക്ട് ചെയ്യില്ല. സോ അത് റോങ് ആണ്. FSH ഏതിന്റെ മേലെ ആക്ട് ചെയ്യുള്ളൂ? സെർട്ടോളി സെല്ലിന്റെ മേലെ ആക്ട് ചെയ്യുള്ളൂ. ദെൻ LH ആക്ട് ഓൺ സെർട്ടോളി സെൽ. LH ഒരിക്കലും സെർട്ടോളി സെല്ലിന്റെ മേലെ ആക്ട് ചെയ്യില്ല. LH ആക്ട് ചെയ്യുന്നത് ഏത് സെല്ലിന്റെ മേലെയാ? ലെഡിക് സെല്ലിന്റെ മേലെ ആക്ട് ഉള്ളൂ. സോ അതും റോങ് ആണ്. GnRH is produced by hypothalamus. GnRH ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ ഹൈപ്പോതലാമസിൽ ഉണ്ടാക്കുന്നത്. സോ റൈറ്റ് ആണ്. സോ തേർഡ് വൺ റൈറ്റ് ആണ്. GnRH ആക്ട് അറ്റ് ദി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. തെറ്റാണ്. GnRH ആക്ട് ചെയ്യുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. സോ അതും റോങ് ആണ്. സോ ടോട്ടലി നോക്കുമ്പോ 3 സ്റ്റേറ്റ്മെന്റുകൾ 3 ഓൺലി ഈസ് റൈറ്റ്. ട്രൂ എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തത് മാത്രമേ ട്രൂ ഉള്ളൂ. GnRH പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. മാച്ച് ദി ഫോളോയിങ്. സ്പേമിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഹെഡ് എന്ന് പറയും. ഹെഡ്, സ്പേം ഹെഡ് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടല്ലോ. സോ A എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ദെൻ ലാസ്റ്റ് വൺ ഞാൻ നോക്കുവാണ്. ടെയിൽ എന്ന് പറയുന്നത് സ്പേം മോട്ടിലിറ്റി. D എന്ന് പറയുന്നത് 2 ആണ്. സോ B നിങ്ങൾ നോക്കിയാൽ 3, C1 കിട്ടും. B3 എന്ന് പറഞ്ഞാൽ മിഡിൽ പീസ് എന്ന് പറഞ്ഞാൽ മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ ഉണ്ടാവും. സോ മിഡിൽ പീസ് എനർജി പ്രൊവൈഡ് ചെയ്യും. എക്രോസോമിൽ എന്താ ഉണ്ടാവുക? എൻസൈംസ് ഉണ്ടാവും. സ്പേമിന്റെ എഗ് മെംബ്രെയിനെ പങ്ക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസ് ആണ് എവിടെ ഉണ്ടാവുക? എക്രോസോമിൽ ഉണ്ടാവുക. എക്രോസോമിന് നിങ്ങൾ ഓർക്കേണ്ടത്, എക്രോസോം ഗോൾജി ബോഡീസ് എന്ന് ഓർമ്മിക്കണം. എക്രോസോം ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗോൾജി ബോഡീസ്. ഇമ്പോർട്ടന്റ് ആണ്. എക്രോസോം എന്ന് പറയുന്നത് സ്പേം ഹെഡിനെ നമ്മൾ നോക്കിയാല് സ്പേമിന്റെ ആന്റീരിയർ എൻഡിൽ കാണുന്ന ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയാ? എക്രോസോം എന്ന് പറയാം. സ്പേമിന്റെ ലോങ്സ്റ്റ് പാർട്ട് ഏതാണ്? ടെയിലാണ്. ഇതാണ് എക്രോസോം. ഇവിടെയാണ് ജനറ്റിക് പാർട്ട് എന്ന് പറയുന്നത് ഹെഡ് ആണ്. കാരണം ഇവിടെയാണ് ന്യൂക്ലിയസ് ഉള്ളത്. മിഡിൽ പീസില് സ്പെറിക്കലി അറേഞ്ച്ഡ് മൈറ്റോകോൺട്രിയ ഉണ്ടാവും ഓർക്കുക. സോ ടെയിൽ ഈസ് ദ ലോങ്സ്റ്റ് പാർട്ട് എന്ന് ഓർക്കുക. ഓക്കെ ആണല്ലോ? ഒരു ജാക്കുലേഷനിൽ എത്ര സ്പേമ ഉണ്ടാവുക? 200 to 300 മില്യൺ ഓർക്കുക. ഓക്കെ, റെഡിയാണല്ലോ? സെറ്റ്. അടുത്തതിലേക്ക് വാ. അടുത്തത് വൺസ് അഗെയിൻ ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. മോൺസ് പ്യൂബിസ് എന്നുള്ളതാണ്. മോൺസ് പ്യൂബിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാറ്റി ടിഷ്യൂ ആണ്. മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത് ഫാറ്റി പഫി ടിഷ്യൂ ആണ്. സോ A എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? A3 ആണ്. സോ മക്കൾ നോക്കി, ലേബിയ മെജോറ. ലേബിയ മെജോറ എന്ന് പറഞ്ഞാൽ എന്താ? ലേബിയ മെജോറ ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂ ദാറ്റ് സറൗണ്ട് വെജൈനൽ ഓപ്പണിംഗ് അല്ലേ? ലേബിയ മെജോറ. സോ B എന്ന് പറയുന്നത് 1 ആണ്. B എന്താണ്? B1 ആണ്. C ലേബിയ മൈനോറ എന്താണ്? ലേബിയ മൈനോറ പെയർഡ് ഫോൾഡ് ഓഫ് ടിഷ്യൂ. C4 ആണ്. ക്ലിറ്റോറിസ് എന്ന് പറയുന്നത് ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ. സോ D2 ആണ്. എന്താണ്? D2. സോ A is the right answer. ഏതാണ് മക്കളെ ആൻസർ? A is the right answer. ഓക്കെ, ഇത് ഏതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? നമ്മുടെ ആക്സസറി എക്സ്റ്റേണൽ ജെനൈറ്റാലിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്തതിലേക്ക് വരും. പ്രൈമറി യൂസൈറ്റ് എന്ന് പറഞ്ഞാൽ ഫീമെയിലുള്ള പ്രൈമറി യൂസൈറ്റ് ദാറ്റ് ആർ ടെമ്പററിലി അറസ്റ്റഡ് ഇൻ. ഏത് സ്റ്റേജിലാണ്? ഊജെനിസിന്റെ ഏത് സ്റ്റേജിലാണ് ടെമ്പററി അറസ്റ്റ് നിങ്ങൾ പഠിച്ചത്? പ്രോഫേസ് 1 ഓഫ് മിയോട്ടിക് ഡിവിഷൻ അല്ലേ? പ്രോഫേസ് 1 തന്നെ ഡിപ്ലോട്ടിൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് എഗ്ഗിനെ അറസ്റ്റ് ചെയ്യുന്നത്. ജനനത്തിന് മുന്നെയാണ്. ബിഫോർ ബർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഊസൈറ്റ് ഗെറ്റ് അറസ്റ്റഡ് ഇൻ പ്രോഫേസ് 1 ഓഫ് മിയോസിസ്. പ്രോഫേസ് 1ന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രൊലോങ്ഡ് ഫേസ്. മിയോസിസിലെ ഏറ്റവും പ്രൊലോങ്ഡ് ഫേസ് എന്ന് പറയുന്നത് പ്രോഫേസ് 1 ആണ്. ആ സെൽ സൈക്കിൾ ഫേസിലാണ് എന്ത് ചെയ്യുന്നത്? ടെമ്പററിലി ഊസൈറ്റ് അറസ്റ്റ് ചെയ്യുന്നത്. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ് ഏടാ. ഓക്കെ, അടുത്തതിലേക്ക് പോവാ. ആൻഡ്രം ഈസ് പ്രസന്റ് ഇൻ. ആൻഡ്രം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് ഫിൽഡ് കാവിറ്റി. ആൻഡ്രം ഈസ് എ ഫ്ലൂയിഡ് ഫിൽഡ് കാവിറ്റി പ്രസന്റ് ഇൻ ടെറിഷറി ഫോളിക്കിൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടെറിഷറി ഫോളിക്കിളിൽ കാണുന്ന ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ഉണ്ട്. ആൻഡ്രം എന്നാണ് അതിന് പറയുക.
ഓക്കെ, ആൻഡ്രം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് പ്രസന്റ് ഇൻ ടെറിഷറി ഫോളിക്കിൾ. സോ ഇതിന് ആൻസർ ഏതാണ്? ടെറിഷറി ഫോളിക്കിൾ. ടെറിഷറി ഫോളിക്കിൾ മക്കൾ ഒന്നുകൂടി ഓർക്കേണ്ടത് മിയോസിസ് 1 കംപ്ലീറ്റ്സ് ഇൻ ടെറിഷറി ഫോളിക്കിൾ. മിയോസിസ് 1 വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മിയോസിസ് 1 കംപ്ലീറ്റ്സ് ഇൻ പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെറിഷറി ഫോളിക്കിൾ എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുന്ന ഫോളിക്കിൾ ഏതാണ്? ഇറ്റ് ഈസ് ടെറിഷറി ഫോളിക്കിൾ. എന്താണ്? ടെറിഷറി ഫോളിക്കിൾ. ഇനി അടുത്തത് ഫസ്റ്റ് മെൻസസിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്കൊന്നും പറയല്ല. ഫസ്റ്റ് മെൻസസ് മെനാർക്കാണ്. ഫസ്റ്റ് മെൻസസ് നടക്കുക എപ്പോഴാ? അറ്റ് ദ ടൈം ഓഫ് പ്യൂബർട്ടി, ദെൻ മെനപ്പോസ് അറൌണ്ട് ദ ഏജ് ഓഫ് 50. അറൌണ്ട് ദ ഏജ് ഓഫ് 50 ലാസ്റ്റ് മെൻസസ് വരും. അതിനെയാ നമ്മൾ എന്ത് പറയാ? മെനപ്പോസ് എന്ന് പറയാ. ഓവുലേഷൻ പറയുമ്പോൾ മക്കൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് LH സർജ് എന്ന് ഓർക്കണം. LH സർജ് എന്ന് പറഞ്ഞാൽ എന്താ? ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ ആധിക്യം. അന്നേരാണ് ഓവുലേഷൻ നടക്കുക. ഓവുലേഷൻ 14ാമത്തെ ദിവസമല്ലേ നടക്കുക മിഡ് സൈക്കിളില്. ഇറ്റ് ഈസ് ഡ്യൂ ടു LH സർജ്. എന്നാണ് ഓവുലേഷൻ എന്ന് പറയുമ്പോൾ സ്പോട്ടിൽ നമ്മളെ മൈൻഡിൽ വരേണ്ട ഒരു വേർഡ് എന്താണ്? LH സർജ് ആണ്. ദ ഔട്ടർ ലെയർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് ഓഫ് എംബ്രിയോ ആണ് എന്ത് ചെയ്യുന്നത്? ഇംപ്ലാന്റേഷന് വിധേയമാകുന്നത്. ഓക്കെ, ഇംപ്ലാന്റേഷന് വിധേയമാകുന്ന ഈ എംബ്രിയോനെയാണ് നമ്മൾ എന്ത് പറയാ? ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിന് 2 സെൽ ലെയർ ഉണ്ട്. ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ്, ഇന്നർ സെൽമാസ്. ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെൽസിന് ഇന്നർ സെൽമാസ് എന്നും ഔട്ടർ ലെയറിനെ ട്രോഫോബ്ലാസ്റ്റ് എന്നും പറയും. ഇതാണ് എംനിയോൺ, കോറിയോൺ പോലെയുള്ള എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിനാവും. ഇന്നർ സെൽമാസ് ആണ് എന്തായിട്ട് മാറുക? ഇറ്റ് ടേൺസ് ടു എ ഫീറ്റസ്. എന്തായിട്ടാ മാറുക? കുട്ടിയായി മാറുന്നത് ഇതാണ് ഇന്നർ സെൽമാസ്. ഇന്നർ സെൽമാസിലെ സെല്ലുകളുടെ പ്രത്യേകത എന്താണ്? ഓൾ ദാറ്റ് സെൽസ് ആർ സ്റ്റെം സെൽസ്. എന്താണ്? സ്റ്റെം സെല്ലുകളാണെന്നും ഔട്ടർ ലെയറിനെ അപ്പൊ നമ്മൾ എന്താണ് വിളിക്കുക? ട്രോഫോബ്ലാസ്റ്റ്. ബ്ലാസ്റ്റോമിയർ എന്നാന്ന് മക്കൾക്ക് അറിയാലോ. ഓക്കെ, സൈഗോട്ടിന്റെ ഇനീഷ്യൽ ക്ലീവേജിനെ നമ്മൾ എന്ത് പറയാ? ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയാം. ക്ലീവേജിലൂടെ ഉണ്ടാകുന്ന സെല്ലിനെയാണ് എന്ത് പറയാ? ബ്ലാസ്റ്റോമിയേഴ്സ്. കൊറോണ റേഡിയേറ്റ് എന്ന് പറഞ്ഞാൽ ഓവം പ്ലാസ്മ മെംബ്രെയിന്റെ പുറത്ത്, സോണ പെല്യൂസിഡയുടെ പുറത്ത് മൾട്ടി ലെയേർഡ് കൊറോണ റേഡിയേറ്റർ സെൽസ് ഉണ്ടാവും. ഒരു ലെയർ അല്ലേ, മൾട്ടി ലെയേർഡ് കൊറോണ റേഡിയേറ്റർ. ഓവത്തിന്റെ സോണ പെല്യൂസിഡക്ക് ചുറ്റും ഓവം പ്ലാസ്മ മെംബ്രെയിൻ, സോണ പെല്യൂസിഡ, അതിന്റെ പുറത്ത് കാണുന്ന റേഡിയലി ഇലോങ്ങേറ്റഡ് മൾട്ടി ലെയേർഡ് സെൽസ് ആർ കോൾഡ് കൊറോണ റേഡിയേറ്റർ. ഓക്കെ ആണല്ലോ. അടുത്തത്, ആഫ്റ്റർ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ഉണ്ടായതിനു ശേഷം ഇറ്റ് ക്ലീവ്സ് ഇൻ ടു 2, 4, 8 and 16 ഡോട്ടർ സെൽസ്. അതിനെ നമ്മൾ എന്താടാ പറയാ? ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ, അതിനെ ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാ പറയാ. ഓക്കെ, സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന എംബ്രിയോയിൽ ഇനീഷ്യൽ സ്റ്റേജിലുള്ള സെല്ലുകളെ നമ്മൾ എന്താ വിളിക്കുക? ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് പറയാ. എന്താ പറയാ? ബ്ലാസ്റ്റോമിയേഴ്സ്. മോറുല എന്ന് പറഞ്ഞാലോ 8 to 16 സെൽഡ് എംബ്രിയോ ആണ്. ട്രോഫോബ്ലാസ്റ്റ് നിങ്ങൾക്കറിയാം, ബ്ലാസ്റ്റോസിസ്റ്റ്. ഇംപ്ലാന്റേഷൻ വിധേയമാകുന്നത് ബ്ലാസ്റ്റോസിസ്റ്റാ. ഗർഭപാത്ര ഭിത്തിയിൽ അറ്റാച്ച് ചെയ്യുന്ന എംബ്രിയോ ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് ഓഫ് എംബ്രിയോ ആണ് ഇംപ്ലാന്റേഷന് വിധേയമാവുക. എന്തിനാണ് വിധേയമാവുക? ഇംപ്ലാന്റേഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരും മക്കള്. ദ എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ്. 8 to 16 ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ഇറ്റ് ഈസ് മോറുല. എന്താണ്? ഇറ്റ് ഈസ് മോറുല ഓൺലി. മോറുല 8 to 16 സെൽഡ് എംബ്രിയോ. ആ മോറുലയാണ് യൂട്രസിൽ വരിക. യൂട്രസിൽ വന്ന പാടത് ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്നു. ആ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. അതിനെ നമ്മൾ എന്ത് പറയാ? ആ പ്രോസസ്സിനെ, അറ്റാച്ച്മെന്റ് പ്രോസസ്സിനെ നമ്മൾ എന്താ പറയാ? ഇംപ്ലാന്റേഷൻ എന്നാണ് പറയാ. ഇനി അടുത്തത്, ഹൗ മെനി ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാസെന്റ? ഇതിൽ എത്ര എണ്ണാണ് പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, ഈസ്ട്രോജൻ, പ്രൊജസ്റ്ററോൺ. 4 ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാം ആൻസർ ആണ്. 4 പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഡി നവീൻ, വെരി ഗുഡ്. ഓക്കെ. അടുത്തതിലേക്ക് വരൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. സ്പെർമിയോജെനിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റോസോവ ഇൻടു സ്പെർം ആണോ? അല്ല, സ്പെർമാറ്റിഡ് സ്പെർം ആവുന്നതാണ് സ്പെർമിയോജെനിസിസ്. ആഫ്റ്റർ സ്പെർമിയോജെനിസിസ് സ്പെർം ഹെഡ് ബിക്കം എംബഡഡ് ഇൻ സെർട്ടോളി സെൽ. സ്പെർമിയോജെനിസിസ് കഴിഞ്ഞാല് സെർട്ടോളി സെല്ലിൽ അല്ലേ സ്പെർം ഹെഡ് എംബഡ് ചെയ്തിട്ടുണ്ടാവുക? ശരിയാണ്. സ്പെർമാറ്റോസോവ റിലീസ്ഡ് ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ ത്രൂ എ പ്രോസസ് കോൾഡ് സ്പെർമിയേഷൻ. അതും കറക്റ്റാ. സ്പെർമാറ്റോസോവ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ലൂമനിലേക്ക് റിലീസ് ചെയ്തതാണ് സ്പെർമിയേഷൻ. 4ാമത്തെ നിങ്ങൾ വായിച്ചേ. സ്പെർമാറ്റോഗോണിയ ഇസ് ദ immature male germ cells which produce sperm by
spermatogenesis that begins at puberty. നമുക്ക് puberty attain ചെയ്തരല്ലേ നടന്നത്. So 2, 3 and 4 are correct. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാ ചോദിച്ചത്? 2, 3, 4 എന്താണ് കറക്റ്റ് ആണ്. ഇനി അടുത്തതും അതേമാതിരി തന്നെയുള്ള ഒരു ചോദ്യം, ഫൈൻഡ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫൈൻഡ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഇൻകറക്റ്റ് ഞാൻ വായിക്കാം, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. പ്രൈമറി യൂസൈഡ്സ് ആർ അറസ്റ്റഡ് ഇൻ പ്രോഫേസ് 1 ആഫ്റ്റർ ബർത്ത് എന്നുള്ള, ബർത്തിന് മുന്നേ തന്നെ ഈ അറസ്റ്റ് നടക്കുന്നുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുട്ടിക്ക് എന്ത് നടക്കുന്നുണ്ട്? സെൽ സൈക്കിള് പ്രോഫേസ് 1 അറസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ആഫ്റ്റർ എന്ന് വന്നതുകൊണ്ട് ബിഫോർ എന്നായിരുന്നു അവിടെ വരേണ്ടത്. സോ ദിസ് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബാക്കിയെല്ലാം എന്താണ്? ഊഗോണിയ പുതിയതായി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഗ്രാനുലോസ സെൽസ് മൾട്ടിലെയർഡും തീക്കയും വന്നത് സെക്കൻഡറി ഫോളിക്കിൾ ആണെന്ന് പറയുന്നു. ശരിയാണ്. തീക്ക ഇന്റേണ, തീക്ക എക്സ്റ്റേണ, ആൻഡ്രം ഒക്കെ കാണുന്നത് ഇതിലാണ് ടെറിഷറി ഫോളിക്കിൾ എന്ന് പറയുന്നു. അതും ശരിയാണ്. സോ ഇൻകറക്റ്റ് കിട്ടി. ഓക്കെ, നമുക്ക് 2 ചോദ്യം കൂടി ഈ ചാപ്റ്ററിലുള്ളൂ. നോക്കിയേ, ഇതിലേതാണ് ഇൻകറക്റ്റ് എന്നാണ് പറയേണ്ടത്. 2 മന്ത് ആകുമ്പോൾ 2ാം മാസത്തിൽ എന്തായിരുന്നു മക്കളെ? കുട്ടിക്ക് 1ാം മാസം എൻഡ് ഓഫ് എന്താണ് ആഫ്റ്റർ ഫസ്റ്റ് മന്ത് എന്താണ്? ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. 2ാമത്തെ മന്തിൽ ഫീറ്റഡ് ഡെവലപ്സ് ലിംസ് ആൻഡ് ഡിജിറ്റ്സ്. ശരിയല്ലേ? ശരിയാണ്. 3rd മന്തിൽ എന്താ? ലിംസ് ആൻഡ് ഡിജിറ്റ്സ് വെൽ ഡെവലപ്ഡ്. ഡെവലപ്ഡ് എന്നാണ് കൈയും വിരളൊക്കെ വരുന്നത് 2nd മന്ത്. അത് വെൽ ഡെവലപ്ഡ് ആണെങ്കിൽ 3rd മന്ത് ആണ്. സോ അത് റൈറ്റ് ആണ്. എൻഡ് ഓഫ് 12th വീക്ക് 3 മാസം കഴിഞ്ഞ് എന്ത് വരില്ല? ഐലാഷ് ഫോം ചെയ്യില്ല. ഇത് 6ാം മാസേ നടക്കുള്ളൂ. സോ 6ാം മാസം മാത്രം നടക്കുന്ന ഇവന്റ് ആണ്. സോ ഇൻകറക്റ്റ് വൺ ഏതാണ്? ബി ഇസ് ദ ഇൻകറക്റ്റ് വൺ. നിങ്ങൾ പറഞ്ഞ 5ാം മാസം എന്താണ്? കുട്ടിക്ക് 5ാം മാസമുള്ള മാറ്റം എന്താ? ഒന്ന് തലയിൽ മുടി വരുന്നു, ഫീറ്റൽ മൂവ്മെന്റ്. ഗർഭപാത്രത്തിലുള്ള കുട്ടിക്ക് ഫീറ്റൽ മൂവ്മെന്റ് വരുന്നു. ഓക്കെ, 5th മന്തിലുള്ള പിന്നെ ഹെയർ അപ്പിയർ ഓൺ ഹെഡ്. അപ്പൊ അതും എന്താണ്? ശരിയാണ്. സോ റോങ് വൺ ഏത് മാത്രമേ ഉള്ളൂ? ബി ഇസ് ദ ഓൺലി റോങ് വൺ എന്ന് നമുക്ക് പറയാം. ബോഡി മൊത്തം ഹെയർ വരുന്നത് ഇപ്പൊ 6ാം മാസം. ഓക്കെ, തലയിൽ മാത്രം ഹെയർ വരുന്നതോ 5ാം മാസം. ഓർക്കണേ, മറന്നു പോകാൻ പാടില്ല. അതിൽ ഏതെങ്കിലും ഒരു ഇവന്റ് നിങ്ങളോട് ചോദിക്കാം. അടുത്തത് ഫൈൻഡ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നോക്കിയേ, HCG ഇസ് എ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാസെന്റ. കറക്റ്റ് അല്ലേ? HCG, SPL and relaxin are produced in women only during pregnancy. ശരിയാണ്. During pregnancy, cortisol prolactin level in maternal blood decreases എന്നാണുള്ളത്. ഇവിടെ എന്തായിരുന്നടാ വേണ്ടത്? ഇൻക്രീസസ് എന്നാ വേണ്ടത്. അതുകൊണ്ട് അത് റോങ് ആണ്. സോ ഡിക്രീസ് ആൻഡ് ഇൻക്രീസ് എന്നുള്ള ഒരു വേർഡ് മാത്രമേ ഇവിടെ തെറ്റിയിട്ടുള്ളൂ എന്ന് ഓർക്കുക. പ്രഗ്നൻസി സമയത്ത് അമ്മയുടെ ബോഡിയിൽ പ്രോലാക്റ്റിനും കൂടും, കോർട്ടിസോളും കൂടും, അതേപോലെ എന്തും കൂടുന്നുണ്ട്? തൈറോക്സിൻ കൂടും, പ്രൊജസ്റ്ററോൺ കൂടും, ഈസ്ട്രോജനും കൂടും. പ്രൊജസ്റ്ററോണും കൂടും, ഈസ്ട്രോജനും കൂടും. ഇത്രയും ഹോർമോണ് മദറിന്റെ ബ്ലഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് എന്ന് ഓർക്കണേ. മദറിന്റെ ബ്ലഡിലെ കാര്യം പറഞ്ഞു. ഇതൊക്കെ കുട്ടിയുടെ പ്ലാസെന്റ ഉണ്ടാക്കിയതാണ്. ഓക്കെയാണ്? റെഡി. അടുത്തതിലേക്ക് വാ. ഫൈൻഡ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. The seminal plasma along with the sperm, സെമനല്ലേ? സെമിനൽ പ്ലാസ്മയും സ്പേമും ചേർന്ന് അതിനെന്താ വിളിക്കുക? ശുക്ലം അല്ലെങ്കിൽ സെമൻ എന്നാണ് വിളിക്കുക. The human may ejaculate 200 to 300 million sperms. ഒരു കൊയിറ്റസില് 200 മുതൽ 300 മില്യൺ വരെ. ശരിയാണ്. For normal fertility, 60% of the sperm must have normal size and shape. അതും ശരിയാണ്. അതിൽ 40% എന്തുമായിരിക്കണം? വിഗറസ്ലി മോട്ടൈലും ആയിരിക്കണം. ദ ലാസ്റ്റ് വൺ ആയിരിക്കും. ഒപ്പം എന്തെന്ന്? ഇൻകറക്റ്റ്. മിഡിൽ പീസ് ഓഫ് സ്പേം കണ്ടെയ്ൻസ് എക്രോസോം. എക്രോസോം എന്ന് പറയുന്നത് ആന്റീരിയർ ടു ഹെഡ് റീജിയൻ ആണ്. ആന്റീരിയർ ടു ഹെഡ് റീജിയൻ ആണ് എക്രോസോം ഉള്ളത്. മിഡിൽ പീസിൽ എന്താ മക്കളെ ഉള്ളത്? മിഡിൽ പീസില് മൈറ്റോകോൺട്രിയ ഉള്ളത്. എന്താ ഉള്ളത്? മൈറ്റോകോൺട്രിയ. ദാറ്റ് ഈസ് സ്പെറിക്കലി അറേഞ്ച്ഡ്. ഓക്കെ, അപ്പൊ നമുക്ക് മൈക്രോബ്സിലേക്ക് പോവാലോ. എല്ലാരും റെഡിയല്ലേ? ഡി എന്ന് എല്ലാരും പറയുന്നുണ്ട്. വെരി ഗുഡ് ഗോകുൽ. ഓക്കെ മെഡിക്കോ കുറേയല്ലേ കണ്ടിട്ട്. ഓക്കെ പവിത്ര, വെരി ഗുഡ്. അടുത്തതിലേക്ക് വരൂ. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഫൈൻഡ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതിലേതാണ് റോങ് എന്ന് മക്കൾ കണ്ടുപിടിക്കുക. ഒന്ന്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് കേർഡ്. തൈര് ഉണ്ടാക്കുന്ന ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അല്ലേ? ശരിയാണ്. ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് കേർഡ് ബൈ ഇൻക്രീസിംഗ് വൈറ്റമിൻ B12. സൈനോകോബലമൈൻ പഠിച്ചിട്ടില്ലേ? പെർനീഷ്യസ് അനീമിയ ഉണ്ടാക്കും. ഇത് കുറഞ്ഞാലുള്ള രോഗത്തിന്റെ പേരെന്താണ്? പെർനീഷ്യസ് അനീമിയ. സോ ഇൻ സ്റ്റൊമക്, സ്റ്റൊമക്കില് ലാബ് പ്ലേസ് വെരി സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ചെക്കിംഗ് ഡിസീസ് കോസിംഗ് മൈക്രോബ്സ്.
അല്ലെ? നമ്മളെ സ്റ്റൊമക്കിൽ മറ്റ് ഡിസീസ് ഉണ്ടാക്കുന്ന രോഗാണുവിനെ ആര് നശിപ്പിക്കുന്നുണ്ട്? ലാക്ടോബാസിലസ്. സോ അത് മൂന്നും ശരിയാണ്. സോ ഉറപ്പായും റോങ് എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണോ? ഇറ്റ് ഡിപെൻഡ് ഓൺ ടെമ്പറേച്ചർ ആണ്. എന്താണ്? ഇറ്റ് ഡിപെൻഡ് ഓൺ ടെമ്പറേച്ചർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. ദ പഫ്ഡ് അപ്പ് എപ്പിയറൻസ് ഓഫ് ദോശ. ദോശയുടെ പഫ് ഉണ്ടല്ലോ, പഫിങ് ഇങ്ങനെ പൊന്തി വന്നത് എന്തുകൊണ്ടാണ്? ഇൻ ഇറ്റ് ഈസ് ഡ്യൂ ടു ഫെർമെന്റേഷൻ. സംശയം ഉണ്ടോ? ആൻഡ് ഇവല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഫെർമെന്റേഷൻ ബൈ ബാക്ടീരിയ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു സംശയമില്ലല്ലോ, നമ്മൾ ദോശ ചുടുന്ന സമയത്ത് പഫിങ് ഉണ്ടാകുന്നത് ഫെർമെന്റേഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ എല്ലാവരും ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? റെഡി. സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, വിച്ച് വൈറ്റമിൻ ഈസ് സിന്തസൈസ്ഡ് ബൈ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ? നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈറ്റമിൻ B12, കൊബാൾട്ട് കണ്ടെയ്നിങ് വൈറ്റമിൻ. B12 എന്നാണ് കൊബാൾട്ട് കണ്ടെയ്നിങ് വൈറ്റമിൻ കോൾഡ് സയനോകോബലമൈൻ. ഇനി എന്താ പറയാ? സയനോകോബലമൈൻ. ഇത് കുറഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖേത? ഇത് കുറഞ്ഞാലുള്ള അസുഖേതാടാ? ഇത് കുറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് പറയൂ? പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്ന ഒരു അനീമിയ ഉണ്ടാവും. എന്താ ഉണ്ടാവുക? പെർനീഷ്യസ് അനീമിയ. ഇനി അടുത്ത് നോക്കി. ദ ഫുൾ പൊട്ടൻഷ്യൽ ആസ് എൻ എഫക്റ്റീവ് ആന്റിബയോട്ടിക് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പെൻസിലിൻ വാസ് സ്റ്റഡീഡ് ബൈ. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ആദ്യത്തെ ആന്റിബയോട്ടിക് ആണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ചോദ്യം അതല്ല. അതിനൊരു എഫക്റ്റീവ് ആന്റിബയോട്ടിക് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തത് ആരാണ്? ഫ്ലോറേ ആൻഡ് ചെയിൻ ആണ്. ആരാണ്? ഫ്ലോറേ ആൻഡ് ചെയിൻ. ഓക്കെ ആണല്ലോ? വാട്സൺ ആൻഡ് ക്രിക്ക്, എഡ്വേർഡ് ജെന്നർ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഫുൾ പൊട്ടൻഷ്യൽ എഫക്റ്റീവ് ആയിട്ടുള്ള പെൻസിലിൻ ഉണ്ടാക്കിയത് ആരാണ്? ഫ്ലോറേ ആൻഡ് ചെയിൻ. പക്ഷെ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ആരാടാ? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് കണ്ടുപിടിച്ചത്. ഫ്ലോറേ ആൻഡ് ചെയിൻ എന്ത് ചെയ്യുന്നു? അതിനെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് മിനിസ്ട്രി ഇനീഷ്യേറ്റഡ് ഗംഗ ആക്ഷൻ പ്ലാൻ ആൻഡ് യമുന ആക്ഷൻ പ്ലാൻ? ഇന്ത്യയിലെ പ്രസിദ്ധമായ ഗംഗ നദിയെയും യമുന നദിയെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഏത് മിനിസ്ട്രിയാണ്, ഏത് മന്ത്രാലയമാണ് ഗംഗ ആക്ഷൻ പ്ലാനും യമുന ആക്ഷൻ പ്ലാനും ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്നാണ് NCERT-യിലുള്ളത്. സോ ഇതിന്റെ കൂടെ ഇപ്പൊ എന്തും കൂടി വന്നിട്ടുണ്ട്? ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് ശരിക്കും ഇപ്പൊ പേര്. നമുക്കറിയാം നമ്മുടെ NCERT-യിൽ ഏതാ ഉള്ളത്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ്. ഗംഗ ആക്ഷൻ പ്ലാൻ ആൻഡ് യമുന ആക്ഷൻ പ്ലാൻസ് were launched by Ministry of Environment and Forest. Okay, D is the right answer. Okay, Avani, Aradi, okay, ready ആണ്. അടുത്തത് സൂപ്പർനാറ്റൻ ലെഫ്റ്റ് ആഫ്റ്റർ സെഡിമെന്റേഷൻ ഓഫ് സീവേജ് വാട്ടർ. സീവേജ് വാട്ടർ അതായത് പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് എടുക്കുക. നമ്മൾ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിലേക്ക് സീവേജ് വാട്ടർ കൊണ്ടുവരുവാണ്. അന്നേരം തന്നെ ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്? സീക്വൻഷ്യൽ ഫിൽട്രേഷനും സെഡിമെന്റേഷനും നടന്നിട്ടുണ്ട്. സെഡിമെന്റേഷൻ നടന്ന ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ പ്രൈമറി സ്ലെഡ്ജ് ഉണ്ടാകും, മേലെ എന്താ ഉണ്ടാവുക? എഫ്ലുവന്റ് ഉണ്ടാവും. ഇതാണ് ചോദ്യം. ദ സൂപ്പർനാറ്റന്റിനെ എന്നാ നമ്മൾ വിളിക്കുക? എഫ്ലുവന്റ്. അപ്പൊ ആൻസർ ഏതാടാ? എഫ്ലുവന്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഏതാണ്? എഫ്ലുവന്റ് ആണ്. പ്രൈമറി സെറ്റിലിംഗ് ടാങ്കില് താഴെ സെറ്റിൽ ഡൗൺ ചെയ്തത്, സെഡിമെന്റ് ചെയ്തത് പ്രൈമറി സ്ലെഡ്ജ് ആണ്. അല്ലെങ്കിൽ ചെറിയ ചെറിയ പെബിൾസ് ആൻഡ് സ്റ്റോൺസ് ഒക്കെ താഴെ ഉണ്ടാവുക, മേലെ എഫ്ലുവന്റ് ഉണ്ടാവും. എഫ്ലുവന്റിനെ നമ്മൾ എന്ത് ചെയ്യും? നേരെ എന്ത് ചെയ്യും? എയറേഷൻ ടാങ്കിലേക്ക് കടത്തി വിടുക ചെയ്യുക. എയറേഷൻ ടാങ്കിൽ വെച്ചിട്ടാണ് BOD കുറക്കുന്നത്. ഇവിടെ മൈക്രോബ്സ് ഉണ്ട്. സോ ഇവിടെ സെക്കൻഡറി ട്രീറ്റ്മെന്റ് നടക്കും. സെക്കൻഡറി ട്രീറ്റ്മെന്റിന്റെ പേര് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്നും പറയും. സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഈസ് കോൾഡ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താടാ? പ്രൈമറി ട്രീറ്റ്മെന്റ്. ഇവിടെ നടക്കുന്നത് ഒന്ന് ഫിൽട്രേഷൻ, സീക്വൻഷ്യൽ ഫിൽട്രേഷൻ. ഇവിടെ നടന്നതോ സെഡിമെന്റേഷൻ. രണ്ട് ഫിസിക്കൽ പ്രോസസ് ആണെങ്കിൽ രണ്ടാമത്തെ എയറേഷൻ ടാങ്കിൽ നടന്നതോ ബയോളജിക്കൽ പ്രോസസ് ആണെന്ന് ഓർക്കുക. സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഈസ് ഓൾസോ കോൾഡ് ബയോളജിക്കൽ പ്രോസസ്. പ്രൈമറി ട്രീറ്റ്മെന്റിന് എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ഫിസിക്കൽ പ്രോസസ് which are the sequential filtration and sedimentation. We got two part. എന്താണ് നമുക്ക് കിട്ടിയത്? ഒന്ന് സൂപ്പർനാറ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് എഫ്ലുവന്റും, താഴെ എന്താ കിട്ടിയത്? പ്രൈമറി സ്ലെഡ്ജും. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? സെറ്റ് ആണ്. അടുത്തയിലേക്ക് വരും മക്കളെ. ദ പ്രൈമറി ട്രീറ്റ്മെന്റ് ഓഫ് സീവേജ് ഇൻവോൾവ്സ് വിച്ച് ഓഫ് ദി പ്രോസസ്? പ്രൈമറി നമ്മൾ പറഞ്ഞില്ലേ, അതിലുള്ള പ്രോസസ് ഏതാണ്? ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ. ഏതാണ്? ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ. ഇത് രണ്ടും ഫിസിക്കൽ പ്രോസസ് ആണ്. എന്താണ്? ദീസ് ടു ആർ ഫിസിക്കൽ പ്രോസസ്സസ്. നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അടുത്തത് BOD ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ്
എന്താണ് കംപ്ലീറ്റ് ഓർഗാനിക് മാറ്റർ ഇൻ 1 ലിറ്റർ വാട്ടർ. 1 ലിറ്റർ വാട്ടറിലുള്ള കംപ്ലീറ്റ് ഓർഗാനിക് മാറ്ററിനെയും ഓക്സിഡൈസ് ചെയ്യാൻ ആവശ്യമായ ഓക്സിജനെയാണ് നമ്മൾ എന്ത് പറയാ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. Amount of oxygen consumed if all the organic matter in 1 liter എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. 1 liter of water is oxidized by ബാക്ടീരിയ. ബാക്ടീരിയക്ക് 1 ലിറ്റർ സീവേജ് വാട്ടർ ആണെങ്കിൽ അതിലുള്ള ഓർഗാനിക് കണ്ടന്റ് തീർക്കാൻ ആവശ്യമായ ഓക്സിജന്റെ അളവിനെയാണ് BOD എന്ന് പറയാ. ഹൈ BOD എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ, ഹൈ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ എന്നാണ് അർത്ഥം. ഹൈ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ എന്നാണ് അർത്ഥം. സോ ലോ BOD എന്ന് പറഞ്ഞാലോ ലോ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ. ലോ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ ലോ BOD. ലോ BOD ആയാൽ സീവേജ് വാട്ടർ പ്ലാന്റിലുള്ള വെള്ളത്തെ നമുക്ക് ഇവിടെ വിടാം, നാച്ചുറൽ വാട്ടർ ബോഡീസിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ലോ BOD എന്ന് പറയുമ്പോൾ വെള്ളം നന്നായി വരുന്നു. ഹൈ BOD എന്ന് പറയുമ്പോൾ വെള്ളം ചീത്തയാണ് അല്ലെങ്കിൽ ഓർഗാനിക് കണ്ടന്റ് കൂടുതലാണ്. ഓക്കെ, അടുത്തതിലേക്ക് വരൂ. ദ റിമൈനിങ് മേജർ പാർട്ട് ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറഞ്ഞാല് എയറേഷൻ ടാങ്ക് ഉണ്ടല്ലോ, എയറേഷൻ ടാങ്കില് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് എന്താണ്, ഫ്ലോക്സ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഫ്ലോക്സ് ഡെപ്പോസിറ്റ് ചെയ്താൽ അതിനെ, ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ആൻഡ് മൈക്രോബ്സ് ഒരു മെഷ് പോലെയുള്ളതാണ് ഫ്ലോക്സ്. ഫ്ലോക്സ് സെഡിമെന്റ് ചെയ്താൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുക, ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നമ്മൾ എവിടത്തേക്ക് കൊണ്ടുവിടുന്നത്, നമ്മൾ എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ ടാങ്കിലേക്കാ. അവിടെ നിന്നല്ലേ നമുക്ക് മീഥേൻ കിട്ടിയത്, ബയോഗ്യാസ് ഉണ്ടാക്കിയത് എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ ടാങ്കിലാണ്. ഈ എനൈറോബിക് മൈക്രോബ്സ് ഇവരെ കൊന്നുകളയും. ഡീകമ്പോസ് ചെയ്യുമ്പോ എന്ത് വരും, മീഥേൻ പോലെയുള്ള ഗ്യാസ് ഇവോൾവ് ചെയ്യും. സോ എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ നമുക്ക് കത്തിക്കാൻ വേണ്ടി എന്തുണ്ടാക്കാം, ബയോഗ്യാസ് ഉണ്ടാക്കാം. സോ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത് എയറേഷൻ ടാങ്കിൽ സെഡിമെന്റ് ചെയ്ത ഫ്ലോക്കുകളെയാണ്. ആ ഫ്ലോക്കുകളെ നേരെ കത്തിക്കാൻ അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ ടാങ്കിലേക്ക് വിടുന്നു എന്നാണ് ചോദ്യം പറയുന്നത്. ഓക്കെ ആണല്ലോ, റെഡി അല്ലേ, സെറ്റ് അല്ലേ, ഡി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, പക്കയാണല്ലോ, റെഡി. അടുത്തത്, വിച്ച് മൈക്രോ പ്രൊഡ്യൂസസ് ബ്യൂട്ടൈറിക് ആസിഡ്. ആസിഡിന്റെ ഒരു ക്വസ്റ്റ്യൻ മക്കളെ എക്സ്പെക്ട് ചെയ്യാം. ബ്യൂട്ടൈറിക് ആസിഡ് എന്ന് പറയുന്ന പേര് തന്നെ കിട്ടും, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലിക്കം. ഓക്കെ, അസ്പെർജില്ലസ് നൈഗർ ഏതാണ്, സിട്രിക് ആസിഡ്. ലാക്ടോബാസിലസോ ലാക്ടിക് ആസിഡ് എന്നൊക്കെ മക്കൾ പഠിച്ചല്ലേ, റെഡി അല്ലേ? ഓക്കെ, അടുത്തത് സെക്കാരോമൈസ് സർവീസ് എന്താണ്, ഈസ്റ്റ് ആണ് അല്ലെ, ആൽക്കഹോൾ പ്രൊഡക്ഷൻ ഈസ്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രൊപ്പിയോണി ബാക്ടീരിയ ഷെർമാനി എന്തായിരുന്നു മക്കളെ, ഫേമസ് ആയിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് കണ്ടുപിടിച്ച ഒരു ചീസ് ഉണ്ടായിരുന്നല്ലോ, അതേതാണ്, സ്വിസ് ചീസ് ആണ്. ഓക്കെ, റോക്ക്ഫോർട്ട് ചീസുകാര് ഫ്രാൻസുകാർ കണ്ടുപിടിച്ച റോക്ക്ഫോർട്ട് ചീസ് ഉണ്ടാക്കിയത് ആരാണ്, ഫംഗസ് ആയ പെൻസീലിയം റോക്ക്ഫോർട്ടി ആണ്. എന്താണ്, പെൻസീലിയം റോക്ക്ഫോർട്ടി. ഓക്കെ, പെൻസീലിയം റോക്ക്ഫോർട്ടി ആണ് റോക്ക്ഫോർട്ട് ചീസ് ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ടാണ് റൈപ്പനിങ് നടത്തുന്നത്. പക്ഷേ സ്വിസ് ചീസ് റൈപ്പൻ ചെയ്യുന്നത് ആര് വെച്ചിട്ടാണ്, പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി. സോ പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനിയാണ്. സോ ബ്യൂട്ടൈറിക് ആസിഡ് ആണ് ചോദിച്ചത്, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലിക് ആണ്. പ്രൊപ്പിയോണി ബാക്ടീരിയ ഷെർമാനി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ റോക്ക്ഫോർട്ട് ചീസ്, പെൻസീലിയം റോക്ക്ഫോർട്ടി എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് എന്തുണ്ടാക്കിയത്, റോക്ക്ഫോർട്ട് ചീസ് ഉണ്ടാക്കിയത്. ബ്ലൂ ചീസ് എന്നും പറയും, അതിനെന്താ പറയാ, ബ്ലൂ ചീസ് എന്നും വിളിക്കും. ഫൈൻഡ് റോങ് മാച്ചിങ്. റോങ് മാച്ചിങ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സൈക്ലോസ്പോറിൻ എ ബാക്ടീരിയ ആണോ, അല്ല, ഇറ്റ് ഈസ് എ ഫംഗി. എന്താണ്, ഒരു ഫംഗി ആണ് ഇത് സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത്. ഓക്കെ, ട്രൈക്കോഡെർമ പോളിസ്ഫോറം എന്ന് പറയുന്ന ഒരു ഫംഗസ്, ഓർക്കുന്നില്ലേ, ഇമ്മ്യൂണോ സപ്രസന്റ് ഡ്രഗ് ആണ്, ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ് ആണ് ഇത് സൈക്ലോസ്പോറിൻ എ. ഓക്കെ, സോ എ ഈസ് ദ റൈറ്റ് ആൻസർ. എത്തനോൾ ഈസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എത്തനോൾ ഉണ്ടാക്കുന്നത് സെക്കാരോമൈസസ് സർവീസ് ആണ് അല്ലെങ്കിൽ ഈസ്റ്റ് ആണ്. സ്റ്റാറ്റിൻ എന്ന് പറയുന്നതോ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്. ഓക്കെ, അതൊരു ഈസ്റ്റ് ആണ്. ബ്ലഡ് കൊളസ്ട്രോൾ കുറക്കുന്ന ആളാണ് സ്റ്റാറ്റിൻ. ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് സ്റ്റാറ്റിൻ. മൊണാസ്കസ് പർപ്യൂരിയസ്, ഈസ്റ്റ് മറക്കാൻ പാടില്ല. കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ, അതാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണ് അവിടെ നടക്കുന്നത് എന്നുള്ള ഒരു പോയിന്റും കൂടി NCERT-യിലുണ്ട്. സ്റ്റാറ്റിൻ ആക്ട് ആസ് എ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ദാറ്റ് സിന്തസൈസ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ ആർക്കാവും, സ്റ്റാറ്റിൻ ആവും. സ്റ്റാറ്റിൻ ഇൻഹിബിറ്റ് ദ കൊളസ്ട്രോൾ സിന്തസൈസിങ് എൻസൈം. സോ അതൊരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണ്. സോ ഇവിടെയാണ് ബൈൻഡ് ചെയ്യുന്നതാണ്, കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണ്. ഇവിടെയല്ല, കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആണ് സ്റ്റാറ്റിൻ എന്ന് മക്കൾ ഓർത്തോളേ. സോ അത് നമ്മുടെ ബയോമോളിക്യൂളുമായിട്ട് ഒരു ചെറിയ കണക്ഷൻ ഞാൻ അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. സൈക്ലോസ്പോറിൻ എ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ഫംഗസ് ആണ്, ദാറ്റ് ഈസ് ട്രൈക്കോഡെർമ പോളിസ്ഫോറം. പെൻസിലിയൻ ഒട്ടേറ്റം, അലക്സാണ്ടർ ഫ്ലെമിംഗ് ഉണ്ടാക്കിയ ബ്രെഡ് മോൾഡ്,
പെൻസിലിൻ കണ്ടുപിടിച്ചത്? ഓക്കെ, അസ്പെർജിലസ് നൈഗറോ? ഞാൻ പറഞ്ഞല്ലോ, സിട്രിക് ആസിഡ്. ഓക്കെ, റെഡിയാണല്ലോ. സോ അടുത്തത് ബാക്കുലോ വൈറസ്. ബയോ കൺട്രോൾ ഏജന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ബാക്കുലോ വൈറസ് ആണ്. ബാക്കുലോ വൈറസ് ബിലോങ് ടു ന്യൂക്ലിയോ പോളിഹൈഡ്രോ വൈറസ്. ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാം? ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന് ഉപയോഗിക്കുന്നത് ആരെയാന്ന് ചോദിക്കും. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന ആളാണ് ആര്? ന്യൂക്ലിയോ പോളിഹൈഡ്രോ വൈറസ് അല്ലെങ്കിൽ ബാക്കുലോ വൈറസ്. അതേപോലെ തന്നെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ട്രീറ്റ് ചെയ്യാനും. ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ, ഓക്കെ, അതായത് നമ്മൾ ഫോറസ്റ്റിനുള്ള അടുത്തുള്ള ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ കൃഷി സ്ഥലങ്ങളാണെങ്കിൽ എല്ലാം നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ന്യൂക്ലിയോ പോളിഹൈഡ്രോ വൈറസ്. നേരോ സ്പെക്ട്രം ഇൻസെക്ടിസൈഡൽ ആപ്ലിക്കേഷൻ ആണ് അതിനുള്ളത്. എല്ലാവരും ഒന്നും പിടിച്ച് അറ്റാക്ക് ചെയ്യില്ല. നേരോ സ്പെക്ട്രം ഇൻസെക്ടിനെ തന്നെ ആര് അറ്റാക്ക് ചെയ്യും? ന്യൂക്ലിയോ പോളിഹൈഡ്രോ വൈറസ് അറ്റാക്ക് ചെയ്യും. റെഡി ആണല്ലോ. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ, ന്യൂക്ലിയോ പോളിഹൈഡ്രോ വൈറസ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തതിലേക്ക് പോവാൻ നമുക്ക്. ക്ലോട്ട് ബസ്റ്റർ, ക്ലോട്ടിനെ പൊട്ടിക്കുക. സോ ഫൈബ്രിൻ എന്താക്കി കളിയാ? ഫൈബ്രിൻ എന്ന് പറഞ്ഞ ക്ലോട്ട് അല്ലേ? ഫൈബ്രിനോജൻ ഫൈബ്രിൻ ആകുന്നതല്ലടാ ബ്ലഡ് ക്ലോട്ട് എന്ന് പറയാം. അപ്പൊ ഫൈബ്രിനെ പൊട്ടിക്കുന്ന ആളാണ് ആര്? സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ടാക്കുന്ന സ്ട്രെപ്റ്റോകൈനേസ്. ഓക്കെ, സ്ട്രെപ്റ്റോകൈനേസിനെ നമ്മൾ വിളിക്കുന്നത് തന്നെ ക്ലോട്ട് ബസ്റ്റർ എന്നാണ്. അത് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണ്. ദാറ്റ് ബാക്ടീരിയ ഈസ് കോൾഡ് സ്ട്രെപ്റ്റോകോക്കസ്. സോ മറക്കരുത്, സൈക്ലോസ്പോറിനെ, സ്റ്റാറ്റിൻ ആൻഡ് ക്ലോട്ട് ബസ്റ്റർ, ഇത് മൂന്ന് ഇമ്പോർട്ടന്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഏത്? നമ്മുടെ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് മറക്കാനേ പാടില്ലേ. റെഡി, അടുത്തതിലേക്ക് വരൂ. വിച്ച് ഫംഗസ് ഈസ് യൂസ്ഡ് ഇൻ പ്ലാന്റ്സ് ടു പ്രൊവൈഡ് കൺട്രോൾ അഗെയിൻസ്റ്റ് പെസ്റ്റ്? പെസ്റ്റിനെതിരെ ഉപയോഗിക്കുന്ന ഫംഗസ് ഏതാണ്? ട്രൈക്കോഡെർമ. ഓക്കെ, ട്രൈക്കോഡെർമ. ഓക്കെ ആണല്ലോ, എല്ലാരും സെറ്റ് അല്ലേ? ഓക്കെ, ഹാരിസ് റെഡി, മോസിൻ ഒക്കെ പറയുന്ന റെഡിയാണ്. സോ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. ലിവിംഗ് വേൾഡ് എന്ന് പറയുന്നതിൽ നമ്മൾക്ക് ഒരേ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. സോ മിനിമം ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി ഇനീഷ്യൽ ഏരിയ ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് നമ്മുടെ ടാക്സോണമിക്കൽ എയ്ഡ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ ഉള്ള ഏരിയയിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ഓൾട്ടർനേറ്റ് ഇയേഴ്സിൽ ഉണ്ടാവുള്ളൂ. സ്റ്റിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഒരു ക്വസ്റ്റ്യന് നമ്മൾ മിസ് ചെയ്യാന്ന് പറ്റൂല നമുക്ക്. മാൻ ആൻഡ് ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ മസ്കാ ഡൊമസ്റ്റിക്ക, ഹോമോസാപ്പിയൻസ് ആർ പ്ലേസ്ഡ് ഇൻ ദി സെയിം കിങ്ഡം. നമ്മൾ രണ്ടും ഒരു കിങ്ഡം ആണ്, ഒരേ ഫൈലാണോ? മസ്കാ ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത് ഏത് ഫൈലത്തിൽ? ആർത്രോപോഡിയാണ്. നമ്മള് കോർഡേറ്റ എന്ന് പറയുന്ന ഫൈല. സോ ഫൈലല്ല, കിങ്ഡം ആണ്. സോ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഏതാണ്? ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഓർഡർ ഫെലിഡേ ആൻഡ് കാനിഡേ. ഫെലിഡേയും കാനിഡേയും വരുന്ന ഓർഡർ ഏതാടാ? സിമ്പിൾ അല്ലേ? കാർണിവോറ. ഓക്കെ, കാർണിവോറ. കാർണിവോറ പല്ല് കൂർത്തതാണെങ്കിൽ കാർണിവോറ. കെനൈൻ ടീത്ത് വെൽ ഡെവലപ്ഡ് ആണെങ്കിൽ അവര് കാർണിവോർസ് ആണ്. വെൽ ഡെവലപ്ഡ്, നിങ്ങൾ ടൈഗറിനെ ഒക്കെ കണ്ടിട്ടില്ലേ? കെനൈൻ ടീത്ത് വെൽ ഡെവലപ്ഡ് ആയതുകൊണ്ടാണ് അവര് കാർണിവോർസ് എന്നാണ് നമ്മൾ പറയും. ഓക്കെ, ഫിലിഡേ ആൻഡ് കാനിഡേ കണ്ടില്ലേ? കെനൈൻ, കാനിഡേ എന്ന് പറഞ്ഞാൽ തന്നെ കെനൈൻ ആണ്. സോ കാർണിവോറ. റെഡി, അടുത്തത് കോൺവോൾവുലേസിയെ ആൻഡ് സൊളാനേസി ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഓർഡർ. കോൺവോൾവുലേസിയും സൊളാനേസി ഏത് ഓർഡറിലാണ് വരിക? പോളിമോണിയൽസിലാ വരും. ഇതിലാ വരിക? പോളിമോണിയൽസ്. റെഡി അല്ലേ? സെറ്റ് ആണല്ലോ. റെഡി, ഈസി ആയതുകൊണ്ടാണ് വേഗം പോകുന്നത്. ഇനി നമുക്ക് നോക്കി. ലാർജർ ആനിമൽസ് ലൈക്ക് ബേർഡ്സ്. ലാർജർ ആനിമൽസ് ലൈക്ക് ബേർഡ്സ്, mammals are usually stuffed and preserved. Stuffing and preserving എന്ന് പറഞ്ഞാൽ തിരിഞ്ഞും വന്നും നോക്കണ്ട. ഇറ്റ് ഈസ് മ്യൂസിയം. അപ്പൊ മ്യൂസിയത്തിൽ എന്തൊക്കെയാ മക്കളെ ഉണ്ടാവുക? സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ടാവും, സ്റ്റഫ്ഡ് ആനിമൽസ് ഉണ്ടാവും. ഓക്കെ, പ്രിസർവേറ്റീവ്സിൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും. ഇൻസെക്ട് ബോക്സ് ഉണ്ടാവും, മറക്കരുത്. ഇൻസെക്ട് ബോക്സ് എവിടെ ഉണ്ടാവുക? മ്യൂസിയത്തിലാണ് ഉണ്ടാവുക. എവിടെ ഉണ്ടാവുക? മ്യൂസിയം. സോ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ. സുവോളജിക്കൽ പാർക്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? സുവോളജിക്കൽ പാർക്ക് കാപ്റ്റീവ് ബ്രീഡിംഗ്. സുവോളജിക്കൽ പാർക്കിന്റെ മെയിൻ പരിപാടി എന്നാ? ഒന്ന് കാപ്റ്റീവ് ബ്രീഡിംഗ്, 2 എക്സിറ്റ് ടു കൺസർവേഷൻ, 3 to study the behavior, feeding or behavior of animals. അതിനാണ് സുവോളജിക്കൽ പാർക്ക് യൂസ് ചെയ്യുക. ഹെർബേറിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് DPP എന്ന് ഓർമ്മിക്കണം. DPP എന്ന് പറഞ്ഞാൽ dried, pressed and preserved plant specimens are preserved in sheets called herbarium. So herbarium എന്ന് പറഞ്ഞാൽ DPP, dried, pressed and preserved ആണ്. ഓക്കെ ആണല്ലോ? അവിടെ എന്താണ്? ഡ്രൈഡ് എന്നാണ്, ഡ്രൈ ഗാർഡൻസ് തന്നെ നമ്മൾ പറയാറുണ്ട് അവര് ഹെർബേറിയത്തിന്. ഓക്കെ, ഹെർബേറിയം ഈസ്, അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഡ്രൈ ഗാർഡൻസ് എന്നാണ് ഹെർബേറിയം എന്ന് പറഞ്ഞാൽ മക്കളെ. ഹെർബേറിയം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഗാർഡൻസ് ആണ്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഹെർബേറിയം ഏതാണ്? ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡൻ ലണ്ടൻ ആണ്. ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡൻ ലണ്ടൻ.
ഓക്കെ, നമ്മള് NBRI ലക്നോ, ഓക്കെ, ഹൗറയില് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറ, NBRI ലക്നോ, ഇത് മൂന്നെണ്ണം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇന്ത്യയിലുള്ള ബൊട്ടാണിക് ഗാർഡൻ. ലോകത്തിലെ ഏറ്റവും ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെന്ന് മറക്കരുത്, ലണ്ടൻ. ഓക്കെ, റെഡി ആണല്ലോ. അടുത്തതിലേക്ക് വരൂ. വിച്ച് അറേഞ്ച്മെന്റ് ഈസ് കറക്റ്റ് ഇൻ അസെൻഡിങ് ഓർഡർ? നോക്കിയേ, അസെൻഡിങ് ഓർഡർ സ്പീഷീസ് എന്നല്ലേ തുടങ്ങുക, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ടാക്സോണമി കാറ്റഗറി അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും എഴുതാൻ ഉറപ്പായി നിങ്ങൾക്ക് അറിയണം. ടാക്സോണമി കാറ്റഗറി ഉണ്ടല്ലോ, സ്പീഷീസ് മുതൽ കിങ്ഡം വരെയുള്ള ഓർഡർ ഉണ്ടല്ലോ, അത് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്ങിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണേ, മറക്കാൻ പാടില്ല, അതെന്തായാലും നോക്കണം. പിന്നെ നിങ്ങൾ ഉറപ്പായി നോക്കേണ്ടത് ലിവിങ് വേൾഡിൽ ഒരു ടേബിള്, അത് വിടാനേ പാടില്ല. അതിൽ നിന്നാണ് അധിക ചോദ്യം ചോദിച്ചു വരുന്നത്. ഒന്ന്, മസ്ക ഡൊമസ്റ്റിക്കേറ്റഡ് വീണ്ടും വന്നു, ജീനസ് മസ്ക, ഫാമിലി മസ്കിഡെ, ഓർഡർ ഡിപ്റ്റിറ. ഓർഡർ ഡിപ്റ്റിറ ഈച്ചയുടെ എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പിനേഷൻ ഇസ് കറക്റ്റ് അബൌട്ട് ഹൗസ് ഫ്ലൈ? ഹൗസ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ മസ്ക ഡൊമസ്റ്റിക്കയാണ്. മസ്ക എന്ന് പറയുന്ന ഉറപ്പായും എന്തായിരിക്കും, ജീനസ് ആയിരിക്കും. ഡൊമസ്റ്റിക്ക സ്പീഷീസ് ആണ്, മസ്കിഡെ ഫാമിലി ആണ്, ഓർഡർ എന്താണ്, ഓർഡർ ഡിപ്റ്റിറ. ഓക്കെ, ഓർഡർ എന്താണ്, ഡിപ്റ്റിറ. അടുത്ത നോക്കിയേ, ദ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി ഒക്കർ ഇൻ പെയർ. പെയർ എന്ന് പറഞ്ഞാൽ ജോഡിയാ, അവരെ നമ്മൾ കപ്പിൾ എന്ന് ഓർമ്മിച്ചാൽ മതി. പെയർ എന്ന് പറഞ്ഞാൽ കപ്പിൾ. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻ പെയേഴ്സ് എന്താണ്, ദാറ്റ് ഈസ് കപ്ലെറ്റ്സ്. എന്താണ്, കപ്ലെറ്റ്സ്. അത് മറക്കൂലോ, ഉറപ്പല്ലേ, മറക്കാനേ പാടില്ല. സെലക്ട് ദ കറക്ട്ലി റിട്ടൺ സയന്റിഫിക് നെയിം ഓഫ് മാംഗോ. മാംഗോ 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 മാഞ്ചിഫറ ഇൻഡിക്ക ലിനേസ് അല്ലേ കണ്ടുപിടിച്ചത്. സോ പക്ഷേ നമുക്കറിയാം, നമ്മൾ ഒരിക്കലും ഓതറ പേര് ഫുള്ള് കൊടുക്കുവോ? ഇല്ല, അത് എബ്രീവേറ്റഡ് ഫോമിലേ കൊടുക്കുള്ളൂ. സോ വിച്ച് ഈസ് ദ റൈറ്റ് വൺ? മാഞ്ചിഫറ ഇൻഡിക്ക ലിൻകുത്ത്. ലിൻകുത്ത്. ഓക്കെ ആണല്ലോ, റെഡി. അടുത്തത് നോക്കൂ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ക്യൂ, ലണ്ടൻ, ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡൻ. NBRI, സോ നാഷണൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ, ശരിയാണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ, ശരിയാണ്. CDRI, ഇവരാണല്ലോ നമ്മളെ സഹേലി എന്ന് പറയുന്ന ഡ്രഗ് കണ്ടുപിടിച്ചത്, നോൺ സ്റ്റിറോയിഡൽ കോൺട്രസെപ്റ്റീവ് പിൽ. ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാടാ? ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്, അതിന്റെ സ്ഥലം എവിടെയാ? ഹൗറ. എവിടെയാണ്? ഹൗറയാണ്, ഹൗറയിലാണ്. അപ്പൊ ഈ മിസ്മാച്ച് ഏതാ വന്നത്? ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറ എന്നായിരുന്നു വേണ്ടത്, പക്ഷെ അവിടെ ഏതാ ഉള്ളത്? ലക്നൗ. NBRI ആണ് ലക്നൌവിലുള്ളത്, മറ്റേത് എവിടെയാണ്? ഹൗറയിലാണ്. ഓക്കെ മക്കൾ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. അടുത്ത നോക്കിക്കോളെ. കപ്ലെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ്? എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, ഒരു ജോഡി. കപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പെയറാണ്. മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ, മോണോ എന്ന് പറഞ്ഞാൽ അർത്ഥോ വൺ, ഒന്നിനെ വരച്ചു കാട്ടുക. സോ ഇൻഫോർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ, അതും കറക്റ്റ് ആണല്ലോ, കറക്റ്റ് മാച്ച്ഡ് ആണ്. മാനുവലോ, നെയിം ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എൻ ഏരിയ. നെയിം ഓഫ് സ്പീഷീസ്, നെയിം ഓഫ് പ്ലാന്റ്സ് പ്രസന്റ് ഇൻ എൻ ഏരിയ ഫ്ലോറി ആയി പോവേ. നെയിം ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എൻ ഏരിയ ആയതുകൊണ്ട് മാനുവൽ. ലീഡ് എന്ന് പറഞ്ഞാലോ, ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻ എ കീ. ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻ എ കീ, ഒരു കീയില്, ഒരു ടാക്സോണമിക് കീയിൽ കാണുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകളെയും നമ്മൾ എന്താ പറയാ? അതിന്റെ ലീഡ് എന്നാണ് പറയാ. സോ എല്ലാ മാച്ചിങ് ഒരേ ലെവലിലായിരുന്നു. A1, B2, C3, D4 എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മാച്ച് ചെയ്തിട്ടുള്ളത്. സോ മാനുവല്, ഫ്ലോറ, മോണോഗ്രാഫ്, ഇത് മൂന്ന് ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോവാൻ പാടില്ല. ഫ്ലോറ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ് പ്ലാന്റ് സ്പെസിമെൻ ഇൻ എ ഗിവൺ ജോഗ്രഫിക്കൽ ഏരിയ. ഫ്ലോറ, ഓക്കെ, ഒരു ഏരിയയിലുള്ള സ്പെസിമെൻസിന്റെ സ്പീഷീസിന്റെ ലിസ്റ്റ് ഉള്ളത് മാനുവൽ ആണ്. മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാക്സ് എന്ത് ചെയ്യുക എന്നാണ്, വരച്ചു കാട്ടുന്നതാണ് മോണോഗ്രാഫ്. ദെൻ നിങ്ങൾക്ക് കപ്ലെറ്റ്, ലീഡ്, പ്ലാന്റ് ഐഡന്റിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ടാക്സോണമിക് കീ ആണ്. കീ എന്നറിയാം, കീക്ക് അനലിറ്റിക്കൽ നാച്ചുറ എന്നുള്ള ഒരു ടേം നിങ്ങൾ എന്ത് ചെയ്യണം, ഓർക്കണം. ദാറ്റ്സ് ഓൾ അബൌട്ട് ലിവിംഗ് വേൾഡ്. സോ വി ഹാവ് സക്സസ്ഫുള്ളി ഫിനിഷ്ഡ് 3 ചാപ്റ്റേഴ്സ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 5 ചാപ്റ്റർ ആയിരുന്നു നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി വന്നത്, 5 ഫിനിഷ് ചെയ്തു. ആനിമൽ കിങ്ഡം കഴിഞ്ഞു, നമ്മൾ മോളിക്കുലാർ പഠിച്ചു. ഇപ്പൊ നമ്മള് എന്ത് പഠിച്ചു? റീപ്രൊഡക്ഷൻ പഠിച്ചു, മൈക്രോബ്സ് പഠിച്ചു, ലിവിംഗ് വേൾഡും പഠിച്ചു. സോ സെറ്റ് ആണ്. നാളെ നല്ല തകർത്ത് നമ്മൾ എന്ത് ചെയ്യണം, പരീക്ഷ എഴുതും. ഫുൾ കോൺഫിഡന്റോട് കൂടി എക്സാമിനേഷൻ ഹാളില് കൃത്യസമയത്ത് നിങ്ങൾ എത്തണം. 2 അഡ്മിറ്റ് കാർഡ് എടുക്കാൻ മറന്നു പോകരുത്. സോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സോ താങ്ക് യു. ഓക്കെ, അപ്പൊ നാളെ എന്ത് ചെയ്യാ, എക്സാം ഒക്കെ കഴിഞ്ഞു. ഹലോ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇവിടെ ഉണ്ടല്ലേ? ആരും എവിടെയും പോയിട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിതാ ലൈവ് തുടങ്ങി ഏകദേശം 2.5 മണിക്കൂർ പിന്നിടുകയാണ് അല്ലേ? റെഡി.
അപ്പോൾ നമുക്കറിയാം ഇപ്പം ഏകദേശം 13 ചാപ്റ്റർ ഇപ്പം നിങ്ങളുടെ റിവിഷൻ കഴിഞ്ഞു. ടോട്ടൽ നമുക്ക് 38 ചാപ്റ്റർ ഉണ്ട്. യെസ്, അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യം പറയാം. അഡ്മിറ്റ് കാർഡ് 2 എണ്ണം വേണം. നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോസ് ഇപ്പം നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരും ടെൻഷനൊന്നും ആവണ്ട. റെഡി? ഓക്കെ അല്ലേ? തുടങ്ങല്ലേ? സമയം നഷ്ടപ്പെടുത്താനില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വേറെ കൂടുതലൊന്നും പറയാത്തത്. യെസ്. ഓക്കെ. വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. യെസ്, 2 അഡ്മിറ്റ് കാർഡ് വേണം. ഇനി അത് ചോദിക്കരുത്. ഓക്കെ, റെഡി? യെസ്. അപ്പം ഞാൻ ഇന്ന് ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. 2 ചാപ്റ്റേഴ്സ് ഫോട്ടോസിന്തസിസും അതേപോലെ തന്നെ ബയോടെക്നോളജിയുമാണ്. നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ തന്നെയാണ്. ഫോട്ടോസിന്തസിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ബയോടെക്നോളജിയിൽ ഏകദേശം 4-5 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യും, ഉറപ്പായിട്ടും വരും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? നിങ്ങളുടെ ഒരു കമന്റ് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും, തുടങ്ങാൻ പോവാണ്. റെഡി എല്ലാവരും ഒന്ന് വെള്ളമൊക്കെ കുടിച്ചോ. ഓക്കെ, വെള്ളം മാത്രം കുടിക്കുക, അല്ല ചൂടുള്ള ചായ കുടിക്കുക. നല്ല മഴയാണ്, തണുപ്പാണ്. ഓക്കെ, അപ്പം നല്ല ചൂടുള്ള ചായ നല്ലതാണ്. യെസ്, സെറ്റ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വിച്ച് സയന്റിസ്റ്റ് ഷോ ദാറ്റ് ഗ്രീൻ സബ്സ്റ്റൻസസ് ഇൻ പ്ലാന്റ്സ് അഥവാ ക്ലോറോഫിൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ എ സ്പെഷ്യൽ ബോഡീസ് വിത്തിൻ ദ പ്ലാന്റ് സെൽ. നമുക്കറിയാം 4 സയന്റിസ്റ്റുകളെയാണ്. ഒരു മിനിറ്റ് മക്കളെ, ഞാൻ ഇപ്പൊ കേരിയയില് ഒരു മാഞ്ചിഫറ ഇൻഡിക്കേന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ. സോ മാഞ്ചിഫറ ഇൻഡിക്ക ലിനേസ് എന്നുള്ളതാണ് കറക്റ്റ്. പക്ഷെ നമ്മൾ ഓപ്ഷനിൽ ബി ഇസ് ദ റൈറ്റ് ആൻസർ, മാഞ്ചിഫറ ഇൻഡിക്ക. ഓക്കെ, അതിൽ ലിൻ എന്നുള്ളതിൽ എന്തായിരുന്നു നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഐ ക്യാപ്പ് ഉണ്ടായിരുന്നു. അത് മക്കളെ ശ്രദ്ധിക്കണേ. മാഞ്ചിഫറ എന്താണ് സ്പീഷീസ് നെയിം എപ്പോഴും ലോവർ കേസിലെ സ്റ്റാർട്ട് ചെയ്യാം. ജീനസ് നെയിം ക്യാപ്പാന്ന് നിങ്ങൾക്കറിയാം. സോ ഇതിൽ റൈറ്റ് ആയിട്ട് നമ്മൾ കമ്പാരിറ്റീവ് ഇത് ഈ 4 എണ്ണം കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ആൻസർ എഴുതാനാവുള്ളൂ? ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സെലക്ട് ദ കറക്റ്റ്ലി റിട്ടേൺ സയന്റിഫിക് നെയിം ഓഫ് മാഞ്ചിഫറ ഇൻഡിക്ക ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞപ്പോൾ 4 പറഞ്ഞു പോയിട്ടുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബി. എന്താണ്? ബി ഇസ് ദ റൈറ്റ് ആൻസർ. താങ്ക് യു. ഓക്കെ, ജസ്റ്റിസ് ഫോർ മാങ്ങ അല്ലേ? യെസ്, ഓക്കെ, സെറ്റ്. ഓക്കെ, മാഞ്ചിഫറ ഇൻഡിക്ക എന്നൊക്കെ കേട്ടാൽ നമ്മൾ ഭയങ്കര സെറ്റാന്ന് വിചാരിക്കും. മാങ്ങ അല്ലേ, അതാണ് സാധനം. ഓക്കെ, റെഡി. അപ്പൊ നോക്കിക്കോളൂ മക്കളെ. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ഇൻട്രഡക്ഷൻ പാർട്ടിൽ നമ്മൾ 4 സയന്റിസ്റ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ജൂലിയസ് വോൺ സാക്സ് അല്ലെ? ജൂലിയസ് വോൺ സാക്സിനെ നിങ്ങൾക്ക് അറിയാം, ഹൈഡ്രോപോണിക്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആൾ കൂടിയാണ് ആര്? ജൂലിയസ് വോൺ സാക്സ്. കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ഗ്ലൂക്കോസ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞതും ആര് തന്നെയായിരുന്നു? ഇദ്ദേഹമായിരുന്നു. ഗ്ലൂക്കോസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞതാണ് ഗ്രീൻ സബ്സ്റ്റൻസ് എന്ന് വിളിച്ച പണ്ടത്തെ ഗ്രീൻ സബ്സ്റ്റൻസ് ആണ് ഇന്നത്തെ ക്ലോറോഫിൽ. അതിനെ ഒരു സ്പെഷ്യൽ ബോഡിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്ന് പറഞ്ഞു. ഇതും പറഞ്ഞത് ആര് തന്നെയാണ്? ജൂലിയസ് വോൺ സാക്ക് ആണ്. സോ നമ്മുടെ ആൻസർ ഈസ് എ. ഓക്കെ, റെഡി ആണല്ലോ? ഈ ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, റെഡി? ഇനി അതേപോലെ തന്നെ ഇവിടെയുള്ള 3 ഓപ്ഷനോട് ഞാൻ ക്ലിയർ ചെയ്യാണ്. കാരണം അടുത്ത ക്വസ്റ്റ്യനുകൾ അതായത് കൊണ്ട് തന്നെ ഞാൻ അത് പറയാൻ പോവാണ്. വാൻ നീൽ, കോർണിലസ് വാൻ നീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ടീരിയൽ ഫോട്ടോസിന്തസിസ്, അതായത് നമുക്കറിയാം ഗ്രീൻ ബാക്ടീരിയ അതേപോലെ തന്നെ സൾഫർ ബാക്ടീരിയകളൊക്കെ ഫോട്ടോസിന്തസിസ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആളാണ് ആര്? വാൻ നീൽ. ഇനി അതേപോലെ TW എഞ്ചൽമാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആക്ഷൻ സ്പെക്ട്രം, ഓക്കെ, ക്ലാഡോഫോറ എന്ന് പറയുന്ന ഗ്രീൻ ആൽഗയിൽ ആക്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്ന പ്രോസസ് കണ്ടുപിടിച്ച ആളാണ് ആര്? TW എഞ്ചൽമാൻ. ഇനി ജാൻ ഇഞ്ചൻ ഹൗസ് നിങ്ങൾക്ക് അറിയാം, ഫോട്ടോസിന്തസിസിൽ സൺലൈറ്റിനെ കുറിച്ച് പറഞ്ഞ ആളാണ് ആര്? ജാൻ ഇഞ്ചൻ ഹൗസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇനിയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം നമുക്കറിയാം TW എഞ്ചൽമാൻ ആണ്, നമ്മളിപ്പോ പറഞ്ഞു. ഇനി കോർണിലസ് വാൻ നീൽ എക്സ്പെരിമെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താ? പർപ്പിൾ ആൻഡ് ഗ്രീൻ സൾഫർ ബാക്ടീരിയയിലാണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? കാര്യങ്ങൾ ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഒന്ന് പറഞ്ഞ് കമന്റ് ബോക്സ് ഒന്ന് കത്തിച്ചേ. റെഡി? ഇനി ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എഞ്ചൽമാൻ നമുക്കറിയാം എക്സ്പെരിമെന്റ് എന്തിലായിരുന്നു ചെയ്തതെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്തിലായിരുന്നു പറഞ്ഞത്? ഗ്രീൻ ആൽഗെ ആയിരുന്നു. ഗ്രീൻ ആൽഗെ, ആ ആൽഗയുടെ പേരാണ് ക്ലാഡോഫോറ എന്ന് പറയുന്ന ഗ്രീൻ ആൽഗെ. ക്ലാഡോഫോറ ഗ്രീൻ ആൽഗെ. റെഡി ആണല്ലോ? യെസ്, അതന്നെ. അങ്ങനെ വരട്ടെ. ആൻസർ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യണം. അതാണ് നമ്മുടെ കാര്യങ്ങൾ. ഓക്കെ, റെഡി ആണല്ലോ?
യെസ്, ഈ 4 ആളുകളെ കുറിച്ചായിരുന്നു നമ്മുടെ ഫോട്ടോസിന്തസിന്റെ ബിഗിനിങ്ങിൽ കൊടുത്തിട്ടുള്ള എക്സ്പെരിമെന്റുകൾ. ഓക്കെ, റെഡി? ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കോ. ഈ ഒരു ഇക്വേഷൻ, ഇതാണ് ഫോട്ടോസിന്തസുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ. നിങ്ങൾക്കറിയാം ഇതിൽ ഏതായിരുന്നു കറക്റ്റ് ഇക്വേഷൻ? നിങ്ങൾ മക്കളെ പറ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മറന്നു പോകരുത്, ടെൻഷന്റെ ഇടയിലൊന്നും മാറിപ്പോവാൻ പാടില്ല. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. റെഡി അല്ലേ? എന്താണ് ഇക്വേഷൻ? എന്താ? 6CO2 + 12H2O അല്ലെ? എന്തായിരുന്നു? ലൈറ്റിന്റെ പ്രസൻസിൽ ഫുഡ് ഉണ്ടാവുന്നു, ആ ഫുഡിന്റെ കൂടെ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമുക്കറിയാം. എന്തായിരുന്നു? O2 + H2O. ക്ലിയർ അല്ലേ? ഫോട്ടോസിന്തസിന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. റെഡി അല്ലേ? യെസ്, ആൻസർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഫോട്ടോസിന്തസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എക്സൈറ്റേഷൻ ഓഫ് ക്ലോറോഫിൽ എ ബൈ എ ഫോട്ടോൺ ഓഫ് ലൈറ്റ് എന്ന് നമുക്കറിയാം അല്ലെ? എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ബി ആണ്, എക്സൈറ്റേഷൻ ഓഫ് ക്ലോറോഫിൽ മോളിക്യൂൾസ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ആൻസർ ആരാണ് വരുന്നത്? ബി ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ക്ലോറോഫിൽ എനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചീഫ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഈ പിഗ്മെന്റ്സിൽ 2 എണ്ണം ഉണ്ട് നമുക്കറിയാം. ഏതൊക്കെയായിരുന്നു? P700 കാണാം, P680 കാണാം. P700നെ നമ്മൾ വിളിക്കുന്ന പേരാണ് PS അഥവാ ഫോട്ടോ സിസ്റ്റം 1 എന്ന് വിളിക്കുന്നു. ഇതിനെ നമ്മൾ ഫോട്ടോ സിസ്റ്റം 2 എന്ന് പറയുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവരാണ് ചീഫ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്. ക്ലോറോഫിൽ എ അല്ലാത്ത മുഴുവൻ ആളുകളെയും നമ്മൾ വിളിക്കുന്ന പേര് നിങ്ങൾക്ക് അറിയാം. എന്തായിരുന്നു? ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറയും. അപ്പം ഈ കാര്യം ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ക്ലിയർ? യെസ്. ഇനി ലീഫ് പിഗ്മെന്റ്സ് ഓഫ് എനി ഗ്രീൻ പ്ലാന്റ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രീൻ പ്ലാന്റ്സുകളിൽ ലീഫിൽ നിന്നും പിഗ്മെന്റുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക് ആയിരുന്നു എന്ത് വിളിച്ചത്? എന്തുപയോഗിച്ചാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം? പേപ്പർ ക്രൊമാറ്റോഗ്രഫി. അങ്ങനെ പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിലൂടെ സെപ്പറേറ്റ് ചെയ്ത 4 പിഗ്മെന്റുകളും നിങ്ങൾക്ക് അറിയാം. ആ 4 പിഗ്മെന്റുകൾ ആരൊക്കെയായിരുന്നു? നിങ്ങൾ ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം ആ 4 പിഗ്മെന്റുകൾ ആരൊക്കെയായിരുന്നു? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിനോയിഡ്സ് ആൻഡ് സാന്തോഫിൽ. അപ്പൊ ഇതിനെ നമുക്ക് മാച്ച് ചെയ്യാന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് ബ്ലൂ ഗ്രീൻ ആയിരുന്നു, ക്ലോറോഫിൽ ബി എന്ന് പറയുന്നത് യെല്ലോ ഗ്രീൻ ആയിരുന്നു. ഇനി കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത് യെല്ലോ ടു യെല്ലോ ഓറഞ്ച് ആണ്. സാന്തോഫിൽ നമ്മുടെ ലീഫൊക്കെ പഴുക്കുന്ന സമയത്ത്, ഫ്രൂട്ടൊക്കെ പഴുക്കുന്ന സമയത്തുള്ള ആ സാന്തോഫിൽ യെല്ലോ ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ക്ലോറോഫിൽ എ ബ്ലൂ ഗ്രീൻ, A4 വരുന്നത് ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ ഈസ് സി. യെസ്, നിങ്ങൾ ഓൾറെഡി റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞു. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലിബറേഷൻ ഓഫ് ഓക്സിജൻ വെൻ ഗ്രീൻ സെൽസ് ഇൻ വാട്ടർ ആർ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് സ്യൂട്ടബിൾ ആക്സെപ്റ്റർ. ഓക്കെ, നമുക്കറിയാം ഇവിടെ നമുക്കറിയാം ലിബറേഷൻ ഓഫ് ഓക്സിജൻ ആണ് സൺലൈറ്റിന്റെ പ്രസൻസിൽ. അപ്പൊ നമുക്കറിയാം ആ പ്രോസസ്സിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? ഹിൽസ് റിയാക്ഷൻ അഥവാ ഫോട്ടോലിസിസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, ആൻസർ നിങ്ങൾ പറയുന്നുണ്ട്. യെസ് യെസ്, ഒരു എനർജി കുറഞ്ഞതുപോലെ എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കും. ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞേ. ഫോട്ടോസിന്തസിസ് ചിലവരൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പഠിച്ചവർക്ക് എന്താ പറയുക, എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു സാധനമായിരിക്കാം ഫോട്ടോസിന്തസിസ്. പക്ഷേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് ഓർത്ത് വെക്കുക. ടെൻഷനൊന്നും വേണ്ട, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഫോട്ടോഫോസ്ഫോറിലേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച്. ഫോട്ടോഫോസ്ഫോറിലേഷൻ നിങ്ങൾ ഓർക്കണേ. ADP എന്ന് എല്ലാവർക്കും അറിയാം, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ATP ആവുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കണം, ലൈറ്റ് ATP ആവുന്ന മാറുന്ന പ്രോസസ് ആണ് എന്ത് പറയുന്നത്? ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഫോസ്ഫോറിലേഷൻ. ഓക്കെ, അത് ലൈറ്റിന്റെ പ്രസൻസിലാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയും. സോ നമ്മുടെ ആൻസർ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി ത്രൂ ദ പ്രൊഡക്ഷൻ ഓഫ് ATP. യെസ്, ആൻസർ വന്നു. അങ്ങനെ വരട്ടെ ആൻസർ. ഓക്കെ, റെഡി? ഇതൊക്കെ NCERT ഉണ്ട് മക്കളെ കേട്ടാ. ഓക്കെ, ആരോ ചോദിച്ചു NCERT ഉണ്ടോന്ന്. ഓക്കെ, NCERT ഉള്ളത് തന്നെ എല്ലാം പറയാനുള്ള സമയം നമുക്ക് ഇപ്പൊ കിട്ടുമല്ല. അപ്പൊ പിന്നെ ഇല്ലാത്തത് ആരോ പറയോ? അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് ഓക്സിജൻ ഈസ് ലിബറേറ്റഡ് ബൈ ഓക്സിഡേഷൻ ഓഫ്. നമുക്കറിയാം, നമ്മളിപ്പോ പറഞ്ഞ സാധനമാണ് എന്താണ്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു, H2O സ്പ്ലിറ്റ് ചെയ്യുന്നു, ഫോട്ടോളിസിസ് നടക്കുന്നു അല്ലെ? H2O സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? H+ഉം OH- ഒക്കെ ആയിട്ട് മാറുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദ പ്രോസസ് ഇൻ വിച്ച് വാട്ടർ ഈസ് സ്പ്ലിറ്റ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റെഡി റെഡി റെഡി? അപ്പൊ നിങ്ങൾക്കറിയാം ഫോട്ടോളിസിസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ കഴിഞ്ഞു. ഓക്കെ, ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ റിക്വയർസ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തോട് ഒരു ക്വസ്റ്റ്യനോട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫോട്ടോളിസിസ് നടക്കാൻ നമുക്കറിയാം എന്തൊക്കെ വേണം. ഫോട്ടോളിസിസിന് ഹെൽപ്പ് ചെയ്യുന്ന മിനറൽ ന്യൂട്രീഷനിലുള്ള എലമെന്റുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു? മാംഗനീസും അതേപോലെ തന്നെ ക്ലോറിനും. അത് നിങ്ങൾ അവിടെ പഠിച്ച കാര്യമാണ്. കൂടാതെ എന്തൊക്കെ ആവശ്യമുണ്ട്?
ലൈറ്റ് വേണം, ക്ലോറോഫിൽ വേണം. ഓക്കെ, സോ ആൻസർ ഈസ് സി, ബോത്ത് എ ആൻഡ് ബി ആണ്. റെഡി? ആൻസർ റെഡി അല്ലേ? ഓക്കെ, യെസ്, റെഡി ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ പ്രൊഡ്യൂസേഴ്സ്. നമുക്കറിയാം ലൈറ്റ് റിയാക്ഷന് 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ലൈറ്റ് റിയാക്ഷന് 2 ഘട്ടങ്ങൾ? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഓക്കെ, അപ്പൊ സൈക്ലിക് ആണെങ്കിൽ നമുക്കറിയാം, ഇവിടെ ചോദിച്ചാൽ സൈക്ലിക് ആണ്. സൈക്ലിക്കിൽ ATP മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ, നിങ്ങൾക്കറിയാം. നോൺ സൈക്ലിക്കിലാണെങ്കിൽ ATPയും അതേപോലെ തന്നെ NADPHും ഉണ്ട്. സോ നമ്മുടെ ആൻസർ ആരാണ്? ATP ഓൺലി. ക്ലിയർ? യെസ്, വെരി ഗുഡ്. റെഡി ആണല്ലോ? യെസ്. ഇന്നൊക്കെ ബ്രസീൽ ഫാൻസ് ഒക്കെ ഇറങ്ങിക്കല്ലോ മക്കളെ, എന്തോ ചെയ്യാ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ഫോട്ടോഫോസ്ഫോറിലേഷൻ മീൻസ് സിന്തസിസ് ഓഫ്, ഓൾറെഡി നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ATP ഫ്രം ADP ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ആണ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് വൺ occur both during cyclic and non-cyclic modes of photosphorylation? സൈക്ലിക്കിലും നോൺ സൈക്ലിക്കിലും ഒരേപോലെ നടക്കുന്നത്. നിങ്ങൾക്കറിയാം സൈക്ലിക് അതേപോലെ തന്നെ നോൺ സൈക്ലിക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. സൈക്ലിക്കിൽ ATP മാത്രമേ ഉള്ളൂ, ഇവിടെ ATPയും NADPHും ഉണ്ട്. ഓക്കെ, ഇനി കൂടാതെ നമുക്കറിയാം ഇവിടെ PS1 മാത്രമേ ഉള്ളൂ, ഇവിടെ PS1 ഉണ്ട്, PS2 ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ ആൻസർ നിങ്ങൾ നോക്ക്. ഇൻവോൾവ്മെന്റ് ഓഫ് ബോത്ത് PS1 ആൻഡ് PS2. സോ നമ്മുടെ ആൻസർ ആരാണ്? എ ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, സൈക്ലിക്കിലും നോൺ സൈക്ലിക്കിലും ഒരേപോലെ കാണപ്പെടുന്നത് ആരാണ്? ഇൻവോൾവ്മെന്റ് ഓഫ് ബോത്ത് PS1 ആൻഡ് PS2. ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഓക്കെ, റെഡി? യെസ്. ഇനി നിങ്ങൾ നോക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. റെഡി? കാർബൺ ഡൈ ഓക്സൈഡ് ജോയിൻസ് ദ ഫോട്ടോസിന്തസിസ് പാത്വേ ഇൻ. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൽ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ജോയിൻ ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിട്ട് വരുന്നു? ബി അല്ലേ എന്ന് ഇത് ചോദിക്കുന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. വിച്ച് വൺ occur both ഡ്യൂറിങ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്? സൈക്ലിക്കിലും നോൺ സൈക്ലിക്കിലും ഒരു മിനിറ്റ്. യെസ്. ഓക്കെ, റെഡി? രണ്ടിലും അങ്ങനെയാണ് ചോദ്യം ഉള്ളത്, ഒന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, ശ്രദ്ധിക്കാം. വിച്ച് വൺ occur both ഡ്യൂറിങ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ആണ്. അപ്പൊ നമുക്കറിയാം രണ്ടിലും നമുക്കറിയാം ഫോർമേഷൻ ഓഫ് ATP ആണ്. റെഡിയാണ്? ഓക്കെ, റെഡി. യെസ്. അപ്പൊ രണ്ടിലും ATP ഉണ്ട്. യെസ്, അത് മാറിപ്പോയതാണ്, ശ്രദ്ധിക്കുക. അപ്പൊ രണ്ടിലും ഇൻവോൾവ് ചെയ്യുന്നത് നമുക്കറിയാം ആരാണ്? PS1ഉം PS2ഉം രണ്ടില്. പിന്നെ PS2 ഏതിൽ മാത്രമേ ഉള്ളൂ? നോൺ സൈക്ലിക്കിൽ മാത്രമേ ഉള്ളൂ. PS1 ആണ് രണ്ടിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ ഈസ് ബി. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ജോയിൻസ് എ ഫോട്ടോസിന്തറ്റിക് പാത്വേ. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഏത് ഘട്ടത്തിലായിരുന്നു യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഏത് ഘട്ടത്തിലായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡിനെ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്? RUBP ആയിരുന്നു. ഏത് ഘട്ടത്തിലായിരുന്നു? ഡാർക്ക് റിയാക്ഷനിലായിരുന്നു ഇതിനെ യൂസ് ചെയ്തത്. സോ നമ്മുടെ ആൻസർ ആരാണ്? ഡി ആണ്, ഡാർക്ക് റിയാക്ഷൻ. നിങ്ങൾ പണ്ടേ പൊളിയാണ്, അതിലെന്ത് സംശയം? ഓക്കെ അല്ലേ ജോൺ ആന്റണി? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ഡാർക്ക് റിയാക്ഷൻ ഇൻ ഫോട്ടോസിന്തസിസ് കോൾഡ് സോ ബിക്കോസ്. എന്തുകൊണ്ടായിരുന്നു ഫോട്ടോസിന്തസിസിൽ പിന്നെ ഡാർക്ക് റിയാക്ഷൻ അങ്ങനെ വിളിക്കാനുള്ള കാരണം? നമുക്കറിയാം അത് ലൈറ്റിനെ എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് ആശ്രയിക്കുന്നില്ല. ലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരായിരുന്നു? ലൈറ്റ് റിയാക്ഷനിൽ ഗ്രാനയായിരുന്നു. നമുക്കറിയാം ഡാർക്ക് റിയാക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിന്റെ പ്രോഡക്റ്റുകൾ മാത്രമാണ്. സോ ആൻസർ ഈസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഇൻ കാൽവിൻ സൈക്കിൾസ് ഓർ C3 സൈക്കിൾ. കാൽവിൻ സൈക്കിളിന്റെ മറ്റൊരു പേരായിരുന്നു C3 സൈക്കിൾ അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ. അതിന്റെ ഫസ്റ്റ് CO2 അക്സെപ്റ്റർ ആരാന്നാണ് നമ്മുടെ ചോദ്യം അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ആൻസർ ഈസ് ബി ആണ്, RUBP ആണ്. റൈബുലോസ് 1,5 ബിസ് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഡൈഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്നതാണ് ആൻസർ. ക്ലിയർ? ഓക്കെ, റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. The C4 pathway, CO2 fixation in mesophil cell carried out by the enzyme. ശ്രദ്ധിക്കണേ, C4 pathway എന്ന് പറയുന്ന സമയത്ത് 2 സെല്ലുകളിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന് മീസോഫിൽ ആയിരുന്നു, 2 ബണ്ടിൽ ഷീത്ത് ആയിരുന്നു. നമ്മളോട് ചോദിച്ച CO2 ഫിക്സേഷൻ ഇൻ മീസോഫില്ലിലാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളോട്ട് കയറുന്നു, അതിനെ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് RUBP ആണ്. ഇവിടെ ഇൻവോൾവ് ചെയ്ത എൻസൈം ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ? ഇവിടെ ഇൻവോൾവ് ചെയ്ത എൻസൈം അപ്പൊ ആരാണ് നിങ്ങൾക്ക് അറിയാം? ഇവിടെ PEP കാർബോക്സിലേസ് ആണ്. യെസ്, ആൻസർ ഈസ് എ. റൈറ്റ്, തെറ്റിക്കരുത്.
ഇനി നമ്മളോട് ചോദിക്കുന്നത് ബണ്ടിൽ ഷീത്ത് ആണെങ്കിൽ ഇവിടെ ഇൻവോൾവ് ചെയ്ത എൻസൈം ആരാണ് മക്കളെ? മറന്നു പോകരുത്, ആരാണ്? റുബിസ്കോ ആണ്. ഇവിടെയാണ് C3 സൈക്കിൾ നടക്കുന്നത്, ഇവിടെയാണ് റുബിസ്കോ. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ ക്ലിയർ അല്ലേ? ടോപ്പിക് ക്ലിയർ അല്ലേ? റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രൈമറി കാർബോക്സിലേഷൻ occurs in C3 and C4 plants with the help of, ഇത് തന്നെയാണ് സാധനം ഓർക്കേണ്ടത്. ഓക്കെ, പ്രൈമറി കാർബോക്സിലേഷൻ CO2 ഫിക്സേഷൻ ഓക്കെ നടക്കുന്നത് C3യിൽ. C3യിൽ എപ്പോഴും ഇൻവോൾവ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, റുബിസ്കോ ആണ്. റുബിസ്കോ അല്ലേ? C4ൽ പ്രൈമറി ഫിക്സേഷൻ നടക്കുന്നത് ആരാണ്? PEP കേസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഈസ് യെസ് യെസ് യെസ്. ഓക്കെ, നമ്മുടെ ആൻസർ ഈസ് ബി ആണ്. RUBP കാർബോക്സിലേസ്, PEP കാർബോക്സിലേസ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? മനസ്സിലാക്കണേ, ശ്രദ്ധിക്കണേ മക്കളെ. യെസ്, ആൻസർ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫോട്ടോ റെസ്പിറേഷൻ. നിങ്ങൾക്ക് അറിയാം ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണെന്ത്? ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഫോട്ടോ റെസ്പിറേഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ്, അതാരായിരുന്നു കാണിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫോട്ടോ റെസ്പിറേഷൻ കാണിക്കുന്നത് C3 പ്ലാന്റ്സ് ആണ്. C4ൽ ഇതെന്താണ്? ആബ്സെന്റ് ആണ്. C4ൽ ഫോട്ടോ റെസ്പിറേഷൻ ഈസ് ആബ്സെന്റ് അല്ലെ? അതുകൊണ്ടായിരുന്നു ഈ പ്ലാന്റ് എന്ത് കാണിക്കുന്നത്? ഹൈ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ഹൈ പ്രൊഡക്ടിവിറ്റി കാണിക്കുന്നു, ഹൈ എഫിഷ്യൻസി കാണിക്കുന്നു. ഇതിനൊക്കെയുള്ള കാരണം എന്തായിരുന്നു? C4 പ്ലാന്റ്സുകളിൽ ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെന്റ് ആയതുകൊണ്ടാണ്. റെഡി ആണല്ലോ? മറക്കരുത് മക്കളെ. ഓക്കെ, കാരണം ഫോട്ടോ റെസ്പിറേഷൻ ഈസ് കോൾഡ് വേസ്റ്റ്ഫുൾ പ്രോസസ്. കാരണം അത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതുകൊണ്ടാണ് എന്ത്? യെസ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക മക്കളെ, ക്രാൻസ് അനാട്ടമി C4 പ്ലാന്റ്സിന്റെ ഒരു പ്രത്യേകതയാണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, യെസ്, ക്രാൻസ് അനാട്ടമിയിൽ 2 തരം സെല്ലുകളുടെ, മീസോഫിലും ബണ്ടിൽ ഷീത്തും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫോട്ടോസിന്തസിസിൽ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്, ബയോടെക്നോളജിയിലേക്ക് കിടക്കുകയാണ്. ഫോട്ടോസിന്തസിസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. റെഡി? യെസ്. ഓക്കെ, നിവേദ്യ, ഫാത്തിമ റിപ്പീറ്റർ ആണ്. ആരെങ്കിലും എന്തെങ്കിലും ആട്ടടോ, നിങ്ങൾ ഇത് എന്ത് ഈ കാര്യങ്ങൾ പഠിക്കാൻ നോക്കും. ഓക്കെ, റെഡി? C3 C4 സൈക്കിൾ സെൽ ഇൻവോൾവ്. ഓക്കെ, എന്താണ് C3 പ്രൈമറി? എവിടെ പോയോ? ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം C3യും C4ഉം, അതായത് C4 പാത്വേ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ എന്ന് വിളിക്കും. അതിൽ നമുക്കറിയാം 2 സൈക്കിളും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആദ്യം നടക്കുന്നത് C4ഉം അതിനുശേഷം എന്ത് ചെയ്യും? ഡീകാർബോക്സിലേഷനിലൂടെ ഫോം ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിച്ച് C3യും നടക്കും. ഓക്കെ ആണല്ലോ? യെസ്. ഇനി എല്ലാവരും ശ്രദ്ധിച്ച മക്കളെ, ബയോടെക്നോളജി നമുക്കറിയാം, നിങ്ങൾ +2 പഠിച്ച സാധനമാണ്. ഓക്കെ, 2 അഡ്മിറ്റ് കാർഡ് വേണമെന്ന് വീണ്ടും ആരോ ചോദിക്കുന്നുണ്ട്. റോണി, 2 അഡ്മിറ്റ് കാർഡ് വേണം, ശ്രദ്ധിക്കാം. ഓക്കെ, റെഡി? യെസ്. ഇനി മക്കളെ ശ്രദ്ധിച്ചോളൂ. യെസ്, നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ഏറ്റവും സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ബോട്ടണിയിലെ ഒരു ചാപ്റ്റർ ആണ് ഇത്, ബയോടെക്നോളജി. ഓക്കെ, നീറ്റ് ലെവലിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇക്കോ R1 കട്ട് ദ DNA ബിറ്റ്വീൻ ദ ബേസസ്. നമുക്കറിയാം ഇക്കോ R1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ആ പാലിൻഡ്രോമിക് സീക്വൻസ് എല്ലാവർക്കും ഓർമ്മയുണ്ട്, GAATTC അല്ലെ? ആ പാലിൻഡ്രോമിക് GAATTC ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? റെഡി? ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, ഇവിടെ Gയുടെയും Aയുടെയും, ഇവിടെ Gയുടെയും Aയുടെ ഇടയിലല്ലേ? അപ്പൊ G and A ഓൺലി. റെഡി ആണല്ലോ? ഓക്കെ, യെസ്, ആൻസർ ഡി എന്ന് കമന്റ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ വെക്ടർ PBR322 ദ ROP കോഡ് ഫോർ ദ. ഓക്കെ, ROP എന്ന് വെച്ചാൽ നമുക്കറിയാം PBR322 എന്തായിരുന്നു ROP സ്റ്റാൻഡ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, പ്രോട്ടീൻസ് ദാറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദ റെപ്ലിക്കേഷൻ ഓഫ് ദി പ്ലാസ്മിഡ്. ആൻസർ ഡി നിങ്ങൾ കമന്റ് ചെയ്തു. റെഡി? ഓക്കെ ആണല്ലോ? ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് 4-5 ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ബയോടെക്നോളജിയിൽ നിന്ന് വരിക കേട്ടോ. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. DNA ഈസ് സ്റ്റെയിൻഡ് ബൈ. നമുക്കറിയാം DNA നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രോസസ് ആയിരുന്നു ചെയ്യാറുള്ളത്. DNA വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റെയിൻ ചെയ്യുമായിരുന്നു, അതിനുശേഷം UV റേസിൽ എക്സ്പോസ് ചെയ്യായിരുന്നു. ആ സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ആൻസർ ഈസ് ബി. ഓക്കെ അല്ലേ? എത്തിഡിയം ബ്രോമൈഡ് ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ടബിൾ മാർക്കേഴ്സ് ഇൻ പ്ലാസ്മിഡ്സ് ആർ യൂസ്ഡ് ഫോർ. സെലക്ടബിൾ മാർക്കേഴ്സ് നമുക്കറിയാം ക്ലോണിംഗ് വെക്ടറിന് 3 ഫീച്ചേഴ്സ് ആയിരുന്നു അല്ലെ. ക്ലോണിംഗ് വെക്ടേഴ്സ് നമുക്കറിയാം 3 ഫീച്ചേഴ്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്, 2 സെലക്ടബിൾ മാർക്കർ ആണ്, 3 ക്ലോണിംഗ് സൈറ്റ് ആയിരുന്നു. ഓക്കെ, ക്ലോണിംഗ് സൈറ്റ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താ സെലക്ടബിൾ മാർക്കർ എന്തായിരുന്നു ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആൻസർ പറയുന്നുണ്ട് എന്താണ്, പക്ഷെ ശ്രദ്ധിക്കണം ഇവിടെ എന്താണ് ഐഡന്റിഫൈയിങ് റീകോമ്പിനൻസ് ഫ്രം നോൺ റീകോമ്പിനൻസ്. നമുക്കറിയാം നമ്മളൊരു പ്രോസസ് ചെയ്യുന്ന സമയത്ത് റീകോമ്പിനൻസും നോൺ റീകോമ്പിനൻസും ഫോം ചെയ്യും. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? സെലക്ടബിൾ മാർക്കറുടെ ഫംഗ്ഷൻ. സോ ആൻസർ ഈസ് സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബാം H1 സൈറ്റ് ഈസ് പ്രസന്റ് ഇൻ അറ്റ്. ഓക്കെ, ബാം H1 എവിടെയാ കാണുന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം പഠിച്ചിട്ടുണ്ട്. ഇതാണ് ബാം H1. ഈ ബാം H1 എവിടെയാ കാണുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെയാ കാണുന്നത്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിലാണ് അത് കാണുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഈസ് എന്താണ്? ബി ആണ് നമ്മുടെ ആൻസർ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലുള്ള ഒരു സാധനം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ PBr 322 AMB R TET R genes are present when we ligate a foreign DNA at PST1 site. Okay, then recombinant plasmid lose the resistance to the. Okay, അപ്പൊ നിങ്ങളോട് ശ്രദ്ധിക്കണം, PS1 സൈറ്റിലാണ് എന്ത് ചെയ്തത്? ഇൻസേർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഏതാണ് പറഞ്ഞത്? PST അല്ലേ. അപ്പൊ PST1 എന്ന് പറഞ്ഞാൽ ഇതല്ലേ മക്കളെ, ഇവിടെയാണല്ലോ ഇൻസേർട്ട് ചെയ്തത്. ഇനി അത് ചോദ്യം ചോദിക്കുന്നത് PVU1 ആണെങ്കിലും ഒരേ സാധനമാണ് നമ്മുടെ ആൻസർ. ആരാണ്? ആംപിസിലിൻ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, റെഡി ആണല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് മക്കളെ? ആൻസർ ഈസ് എ. റെഡി ആണല്ലോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കും മക്കളെ. The separated bands of DNA are cut out from agarose gel and extracted from the gel piece. നമുക്കറിയാം ജെൽ ഇലക്ട്രോഫോറസിസിലൂടെ നമ്മൾ അതിന്റെ സൈസ് ഒക്കെ നോക്കിയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തു. സ്മോളർ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു എന്നൊക്കെ നമുക്കറിയാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതില് ഏറ്റവും ചെറിയ DNA ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? കട്ട് ഔട്ട് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഇലൂഷൻ. റെഡി അല്ല മക്കളെ? ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഇലൂഷൻ എന്നാണ് പറയുന്നത്. ആൻസർ ഈസ് സി. ഓക്കെ, യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ റീകോമ്പിനന്റ് DNA molecules can be produced in the absence of the following. നമുക്കറിയാം ഒരു RDNA പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ആവശ്യമുണ്ട്? റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വേണം, DNA ലിഗേസ് വേണം, DNA ഫ്രാഗ്മെന്റ്സ് വേണം. അപ്പൊ അതില്ലാതെ പ്രോസസ് നടക്കൂല. സോ നമ്മുടെ ആൻസർ ആരായിരിക്കും? ആൻസർ ഈസ് ഡി. ഈക്വലി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, റെഡി ആണല്ലോ. യെസ്, ഇനി ശ്രദ്ധിക്കൂ. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് മാച്ച് ഫ്രം ദ ബ്രേക്കിംഗ് ഓഫ്. ഓക്കെ, സെൽ വാൾ ഡ്യൂറിംഗ് ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഇൻ RDNA പ്രൊസീജിയർ. ഓക്കെ, നമുക്കറിയാം ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്യാൻ, അതായത് ഒരു പ്യൂർ DNA എക്സ്ട്രാക്ട് ചെയ്യാൻ അതിന്റെ മുമ്പ് എന്തൊക്കെ ചെയ്യണം? അതിന്റെ വാൾസ് ഡീഗ്രഡേഷൻ നടക്കാനായിരുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം പ്ലാന്റ്സിന്റെ സെൽ വാള് സെല്ലുലോസ് ആണ്. അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ആരെയാണ്? സെല്ലുലേസിനെയാണ്. ഫംഗസിന്റെ സെൽ വാൾ നമുക്കറിയാം കൈറ്റിൻ ആണ്. അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ നമ്മൾ ആരുപയോഗിക്കും? കൈറ്റിനേസിനെ യൂസ് ചെയ്യും. ബാക്ടീരിയയുടെ സെൽ വാള് നിങ്ങൾക്കറിയാം പെപ്റ്റിഡോഗ്ലൈക്കോൺ ആണ്. അതിനെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ലൈസോസൈം ഉപയോഗിച്ചു. സോ ഇവിടെ നമ്മളോട് പറയുന്നത് കറക്റ്റ് മാച്ച് ഏതാണെന്നാണ്. അപ്പൊ സെല്ലുലേസ് പ്ലാന്റ് സെല്ല് കറക്റ്റ് ആണ്, ലൈസോസോം ഫംഗസ് അല്ല, കൈറ്റിനേസ് ബാക്ടീരിയ അല്ല. സോ ആൻസർ ഈസ് എ. ക്ലിയർ? യെസ് യെസ്. ഇനി നോക്ക് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. നമുക്കറിയാം PBr 322 എൻസൈം അല്ല, അതൊരു പ്ലാസ്മിഡ് ആണ്. തെർമസ് അക്വാറ്റിക്കസ് BT ജീൻ അല്ല, ലിഗേസ് മോളിക്കുലാർ സിസേഴ്സ് അല്ല. ഇത് മൂന്നും നമുക്കറിയാം, അത് മൂന്നും തെറ്റാണ്. അപ്പൊ കറക്റ്റ്ലി മാച്ച്ഡ് ആര് തന്നെയാണ്? യാതൊരു ഡൗട്ടില്ല, അഗ്രോ ബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസിൽ നിന്നും നമ്മൾ ട്യൂമർ ഇൻഡ്യൂസിങ് ക്രൗൺ ഗാൾ എന്ന് പറയുന്ന നിങ്ങൾക്കറിയാം അല്ലെ, ക്രൗൺ ഗാൾ. ഓക്കെ, അതിൽ TI പ്ലാസ്മിഡ് ആയിരുന്നു കോസ് ചെയ്യുന്നത്, പ്ലാന്റ് ട്യൂമർ എന്ന് നമുക്കറിയാം. സോ ആൻസർ ഈസ് എ. ക്ലിയർ? യെസ്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ബയോടെക്നോളജി നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. ബയോടെക്നോളജിയിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ബയോ റിയാക്ടറിലാണെങ്കിൽ എന്തൊക്കെ സിസ്റ്റംസ് ആണ് ആ ബയോ റിയാക്ടറിൽ ഉള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അജിറ്റേറ്റർ സിസ്റ്റം ഉണ്ട്, ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഉണ്ട്, ഫോം കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, pH കൺട്രോൾ സിസ്റ്റം ഉണ്ട്, സാമ്പിളിംഗ് പോർട്സ് ഉണ്ട്. സോ ABCDEF. നമ്മുടെ ആൻസർ ഈസ് ഡി. ഓക്കെ, ഫൈൻ ഫൈൻ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡന്റിഫൈ ദ ലാബിലിംഗ്സ് 1, 2 and 3. 1 ഇതാണ്, 2 ഇതാണ്, 3 അതാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ 1 എന്താന്നുള്ളതും 2 എന്താന്നുള്ളതും ഒക്കെ നമുക്കറിയാം. 1 AMB R അല്ലേ, 1 ആംബിസിലിൻ ആണ്,
2 എന്താണ്? ടെട്രാസൈക്ലിൻ ആണ്, നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ. ഇത് എന്താണ്? ആംപിസിലിൻ ആണ്. ഓക്കെ. ഇനി 3 എന്താണ്? എല്ലാവർക്കും അറിയാം, PBU2 ആരാളുള്ളത്? ROP ആണെന്ന് നമുക്കറിയാം. സോ ആൻസർ ഈസ് എ. ക്ലിയർ അല്ലേ? കമന്റ് വന്നോ? യെസ്, ആൻസർ ഏതാണ്? എ ആണ്. റെഡി ആണല്ലോ? ഓക്കെ, മാറിപ്പോവരുത്. റെഡി? ആൻസർ ഈസ് എ. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദ ടേം മൈക്രോ ഇഞ്ചക്ഷൻ കേട്ടിട്ടുണ്ട്, ബയോലിസ്റ്റിക്സ് കേട്ടിട്ടുണ്ട്, ഡിസാംഡ് പാത്തോജൻ വെക്ടർ എന്ന് കേട്ടിട്ടുണ്ട്. ആ റിലീസ്ഡ് ടു എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്കറിയാം ജീൻ ട്രാൻസ്ഫർ മെത്തേഡ് ആണ് അല്ലെ? ഓക്കെ, ഏത് മെത്തേഡാണ്? റീകോമ്പിനന്റ് DNA ടെക്നോളജി ആണ്. റെഡി ആണല്ലോ? RDNA ടെക്നോളജി ആണ്. സോ ആൻസർ ഈസ് ഡി ആണ്. ക്ലിയർ? മറന്നുപോലല്ലോ? യെസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കും മക്കളെ. സ്റ്റ്യൂർഡ് ടാങ്ക് ബയോ റിയാക്ടർ. നമുക്കറിയാം ബയോ റിയാക്ടേഴ്സ് 2 എണ്ണം ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സിമ്പിൾ സ്റ്റ്യൂർഡ് ടാങ്ക് ബയോ റിയാക്ടറും അതേപോലെ തന്നെ സ്പാർക്ഡ് സ്റ്റ്യൂർഡ് ടാങ്ക് ബയോ റിയാക്ടറും. ഇങ്ങനെ 2 തരം ബയോ റിയാക്ടേഴ്സ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പം ഈ സ്റ്റ്യൂർഡ് ടൈപ്പിന്റെ പ്രത്യേകത നമുക്കറിയാം. ഒന്ന് മിക്സിംഗ് ആയിരുന്നു, മറ്റൊന്ന് ഓക്സിജൻ അവൈലബിലിറ്റി ആയിരുന്നു. സോ ഇവിടെയുള്ള നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്? ഓക്സിജൻ, അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ത്രൂ ഔട്ട് ദി പ്രോസസ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? എ ആണ്. ക്ലിയർ? ക്ലിയർ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. DNA precipitation out of a mixture biomolecule can be achieved by the treatment with ഓക്കെ. നമുക്കറിയാം നമ്മളൊരു DNA പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുക, DNA ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാൻ കാരണം എന്താ നിങ്ങൾക്ക് അറിയാം. എന്തായിരുന്നു? അതിലേക്ക് നമ്മൾ ചിൽഡ് ആയിട്ടുള്ള എത്തനോളിന് ആഡ് ചെയ്യുന്നു. ആൻസർ ഈസ് എ. ക്ലിയർ അല്ലേ? യെസ്, ഇതെല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ആഫ്റ്റർ 4 PCR സൈക്കിൾ, ശ്രദ്ധിക്കണേ, ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പറയണേ. How many DNA molecules are formed from one DNA template molecule? നമുക്കറിയാം ഒരു DNA template molecule. ഓക്കെ, ശ്രദ്ധിക്കുക, ആൻസർ പറയാ. ഓക്കെ, എല്ലാവരും കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു തീർന്നിട്ടില്ല. ഓക്കെ, റെഡി? 4 PCR നടന്നാൽ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആൻസർ ഏതായിരിക്കും? പറഞ്ഞേക്കൂ. നമുക്കറിയാം PCR എന്ന് പറഞ്ഞാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. PCR-ന് നമുക്കറിയാം എന്താണ്? 3 റിക്വയർമെന്റ്സുകളാണ് ആവശ്യമുള്ളത്. DNA ടെംപ്ലേറ്റ്സ് വേണം, അതേപോലെ തന്നെ അതിന് അതിൽ യൂസ് ചെയ്യുന്ന പ്രൈമേഴ്സ് വേണം, അതേപോലെ തന്നെ എൻസൈമുകൾ വേണം അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ 3 പ്രോസസ്സിലൂടെയാണ് ഈ പ്രോസസ് നടക്കുന്നത്. ഒന്ന് ഡീനാച്ചുറേഷൻ ആണ്, ഡീനാച്ചുറേഷൻ. 2 എന്താണ്? അനീലിംഗ് ആണ്, അനീലിംഗ്. ഓക്കെ. 3 എക്സ്റ്റൻഷൻ ആണ്. ഇങ്ങനെ 3 സ്റ്റെപ്പുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഏകദേശം നമുക്കറിയാം. യെസ്, ആൻസർ വന്നു 16 ആണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? നമുക്ക് നോക്കാം. അപ്പോൾ ഒരു PCR കഴിഞ്ഞാൽ ഒരു DNA എന്തായിട്ട് മാറുന്നു? 2 ആയിട്ട് മാറുന്നു ഒരു PCR കഴിയുമ്പോൾ. ഇനി അടുത്ത PCR കഴിയുമ്പോൾ, രണ്ടാമത്തത് കഴിയുമ്പം ഇത് 4 ആവും. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോസസ്സ് കഴിയും. ഇനി മൂന്നാമത്തത് കഴിയുമ്പോൾ എത്രയായിട്ട് മാറും? 8 ആയിട്ട് മാറും. ഇനി നാലാമത്തത് കഴിയുന്നേരം 8 ആയിട്ട് മാറും, 16 ആയിട്ട് മാറും. സോ 4 ടേൺ കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 16 ആയിരിക്കും. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ DNA. നമുക്കറിയാം DNA എക്സ്ട്രാ സർക്കുലർ ആയിട്ടുള്ള DNA എന്ന് ഉദ്ദേശിച്ചത് ആരെയാ? നമുക്കറിയാം പ്ലാസ്മിഡിനെയാണ് അല്ലെ? പ്ലാസ്മിഡ് ആണ് നമ്മുടെ എന്താ പറയുന്നത്? എക്സ്ട്രാ DNA എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. TI plasmid used for making transgenic plants, it is obtained from. Okay, TI plasmid ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു അഗ്രോ ബാക്ടീരിയത്തിൽ നിന്നാണ് നമ്മൾ എന്തിനെ ഐസൊലേറ്റ് ചെയ്യുന്നത്? ഈ പറയുന്ന TI plasmid. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ് ഡിഫറൻഷ്യൽ മൊബിലിറ്റി ഓഫ് DNA ഡിപ്പെൻഡ്സ് അപ്പോൺ. ജെൽ ഇലക്ട്രോഫോറസിസിൽ ഞാൻ നേരത്തെ തന്നെ ജെൽ ഇലക്ട്രോഫോറസിസ് പറഞ്ഞ സമയത്ത് പറഞ്ഞു അതിന്റെ മൂവ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ ദെയർ സൈസ് ഓഫ് ദി DNA. സോ നമ്മുടെ ആൻസർ ആരാണ്? സൈസ്. അതേപോലെ തന്നെ ചാർജ്, DNA-ക്ക് നെഗറ്റീവ് ചാർജ് ആണെന്ന് നമുക്കറിയാം. സോ ആൻസർ ഈസ് സി. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമ്മളിതാ ഈ ചാപ്റ്ററിന്റെ അവസാനത്തിലേക്ക് കിടക്കുവാണ്, ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടന്നു. ബയോലിസ്റ്റിക്സ്. നിങ്ങൾക്കറിയാം നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്താണ്. ബയോലിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ജീൻ ട്രാൻസ്ഫർ പ്രോസസ്സിൽ വരുന്നതായിരുന്നു ബയോലിസ്റ്റിക്സും ഇലക്ട്രോപോറേഷനും അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, റെഡി ആണല്ലോ? അപ്പം നമ്മൾ ഈ ചാപ്റ്റർ ബയോടെക്നോളജിയിൽ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി എന്ത് ചെയ്യുക? എക്സാമിനേഷനിൽ പോവുക. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞു. അപ്പം ബയോടെക്നോളജി കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? സാർ ഇവിടെ സുവോളജി ആയിട്ട് സെറ്റായി നിൽക്കുകയാണ്.
അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് നാളത്തെ എക്സാമിനേഷൻ അടിച്ചു പൊളിച്ച് എഴുതുക, റിലാക്സ് ആയിട്ട് പോവുക, സമയത്ത് എത്തുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ലക്ക്, ഓൾ ദി ബെസ്റ്റ്. സോറി, ഗുഡ് ഈവനിങ് അല്ല, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നിങ്ങളെല്ലാവരും ബയോളജി ചാപ്റ്റേഴ്സായിട്ട് പോകുകയാണെന്ന് എനിക്കറിയാം. എല്ലാവരും നല്ലോണം വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോടാ. ഈ 3 ചാപ്റ്റേഴ്സാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 3 ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലേ? എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ? ഓക്കെ, സോ ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിങ് അല്ലാട്ടോ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് പോവാട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. വേഗം എല്ലാവരും ആൻസർ ചെയ്തേ. നോക്കിക്കേ, ഡ്രോസോഫില്ല ലൈഫ് സ്പാനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലേ? ഡ്രോസോഫില്ലേന്റെ ലൈഫ് സ്പാൻ എത്രയാണ്? നമ്മുടെ ഡ്രോസോഫില്ല ഫുഡ് ഫ്ലൈ എത്രയാടാ? 1 to 2 weeks ആണ്. ബട്ടർഫ്ലൈ എത്രയാടാ? ബട്ടർഫ്ലൈ 2 weeks ആണ്. അപ്പോ ക്രോ എത്രയാണ്? 15 വർഷമാണ് അല്ലേ? അപ്പോ 3. നോക്കിക്കേ, പാരറ്റോ 140 years ആണ്. അതുപോലെ ടോർട്ടോയ്സ് 100 to 150 years ആണ്. അതുപോലെ പാരറ്റ് നമ്മൾ പറഞ്ഞു 140 years ആണ്. ക്രോക്കോഡൈൽ എത്രയാ? 60 years അല്ലേ? അപ്പോ മാച്ച് ചെയ്യുന്നതൊന്ന് നോക്കിക്കേ. 1 matches to A ആണ്, 2 matches to B ആണ്, 3 matches to C ആണ്, അതുപോലെ 4 matches to E ആണ്, 5 matches to എത്രയാ? F ആണ്, 6 matches to D ആണ്. ഏതാണ് മാച്ച് ചെയ്യുന്നത്? B അല്ലേ? B ആണ് അല്ലേ? എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെയാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് വേഗം പോകാം, നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഇൻ പ്ലാന്റ് certain structures such as runner, rhizome, sucker, tuber, offset, bulb are all capable of giving rise to new offspring. These structures are called എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ് അല്ലേ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. അപ്പൊ എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ അല്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? സി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തതും നമ്മുടെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. റെക്കഗ്നൈസ് ദ ഫിഗർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് മാച്ചിങ് എന്നുള്ളതാണ്. നോക്കുക, നോക്കിക്കേ, ആദ്യം തന്നിരിക്കുന്നത് പൊട്ടറ്റോ അല്ലേ? പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോയിലെ നമുക്കറിയാം സ്റ്റെം ട്യൂബർ ആണ് പൊട്ടറ്റോ. സ്റ്റെം ട്യൂബറിലെ ആക്സിലറി ബഡ് ആണ് അല്ലെ? അപ്പൊ ഐസ് ഓഫ് പൊട്ടറ്റോ എന്നൊക്കെ പറയുന്ന ആക്സിലറി ബഡ്. അടുത്തത് ഏതാ? ഇഞ്ചിയാണ് തന്നിരിക്കുന്നത്, അതായത് റൈസോം ആണ് അല്ലെ? പിന്നെ എന്താ? അഗേവ് ആണ്, അത് ബൾബിലാണ്. പിന്നെ തന്നത് ബ്രയോഫൈലമാണ്. ബ്രയോഫൈലത്തിലെ അഡ്വന്റേഷ്യസ് ബഡ്, ലീഫ് നോഡുകൾ അവിടെ കാണുന്നില്ലേ? അപ്പൊ ഏതൊക്കെയാണൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബി ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ബി റൈസോം ആണ്, എ ഐ ആണ്, ഇത് ലീഫ് ബഡ് ആണ്. ഏതാ? ബി ഏതാ? ബൾബിലാണ്. കറക്റ്റ് അല്ലേ? ഓക്കെ, കറക്റ്റ് ആണ്. ഇനി കൃത്യമായിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോകാം. ഇൻ ബയോഫൈലം ദ ബഡ് ദാറ്റ് അറൈസസ് ഫ്രം ദി നോച്ച് ഓഫ് ദി മാർജിൻസ് ഓഫ് ലീഫ് ആർ കോൾഡ്. ബയോഫൈലത്തില് ദ ബഡ്സ് വിച്ച് ആർ അറൈസിംഗ് ഫ്രം ദി നോച്ച് ഓഫ് ദി മാർജിൻസ് ഓഫ് ലീഫ്, അത് ഏത് ബഡാണെന്നാണ് പറയുന്നത്? ഒന്ന് നോക്കിക്കേ, ഏത് ബഡാണ്? ലീഫ് ബഡ്സ് ഏത് ബഡാണ്? നിങ്ങൾ ആ NCERT-യിലുള്ള ഇമേജ് ഒന്ന് ഓർത്ത് നോക്കുക, ഒന്ന് പിക്ചർ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? അഡ്വന്റേഷ്യസ് ബഡ് എന്ന് കാണാൻ പറ്റില്ലേ? ഏതാ? ബയോഫൈലത്തിൽ ഏത് ബഡാണെന്ന് നോക്കിക്കേ. അഡ്വന്റേഷ്യസ് ബഡ് അല്ലേ? അഡ്വന്റേഷ്യസ് ബഡാണ് കേട്ടോ, അഡ്വന്റേഷ്യസ് ബഡാണ്. അപ്പോ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും അഡ്വന്റേഷ്യസ് ബഡ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ഔട്ട് ദ റോങ്ലി മാച്ച്ഡ് പെയർ ആണ്. റോങ്ലി മാച്ച്ഡ് പെയർ ഒന്ന് നോക്കിക്കേ. റോങ്ലി മാച്ച്ഡ് പെയർ ഏതാണ് എന്ന് നോക്കുക. സ്റ്റെം ട്യൂബർ ആണ് പൊട്ടറ്റോ, നിങ്ങൾക്കറിയാം.
ലീഫ് ബഡ് ആണോ ബനാന? ലീഫ് ബഡിലൂടെയാണോ ബനാന ഉണ്ടാകുക? ഒന്ന് പറഞ്ഞേ, ലീഫ് ബഡ് ആണോ ബനാന ഉണ്ടാകുക? അല്ല അല്ലെ, ബനാനയിൽ റൈസോം അല്ലേ? ബനാനയിൽ എന്താണ്? റൈസോം ആണ്. ഓഫ്സെറ്റ് വാട്ടർ ഹയാസിന്ത് കറക്റ്റ് അല്ലേടാ? ഓഫ്സെറ്റ് വാട്ടർ ഹയാസിന്ത് തന്നെയാണ്. റൈസോം ജിഞ്ചർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. റൈസോം ജിഞ്ചർ ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഏതാണ് മാച്ച് ചെയ്യാത്തത്? ഒന്ന് നോക്കിക്കേ. ലീഫ് ബഡ് തന്നെയാണ് അല്ലെ? ലീഫ് ബഡ് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കറക്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഇൻ ആൻജിയോസ്പേംസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണ്? ഒന്ന് നോക്കിക്കേ. വിച്ച് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഇൻ ആൻജിയോസ്പേം. ആൻജിയോസ്പേംസിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ തന്നെ ആയിരിക്കും. ഐസ് ഓഫ് പൊട്ടറ്റോ ശരിയാണ്. റൈസോം ഓഫ് ജിഞ്ചർ കറക്റ്റ് ആണ്. ബൾബിൽ ഓഫ് അഗേവും കറക്റ്റ് തന്നെയാണ്. പിന്നെ ഏതാണ്? ക്ലമൈഡോമോണസ് ആൻജിയോസ്പേം ആണോ? അല്ല, അത് സൂസ്പോസ്. അവരുടെ അസെക്ഷുവൽ സ്പോസ് അല്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് വരിക? സൂസ്പോർ ക്ലമൈഡോമോണസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക അല്ലേ? ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെയാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആണ് അല്ലേ? എക്സാമിന് പോകാൻ വേണ്ടി വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. ഹാപ്ലോയിഡ് പാരന്റ് പ്രൊഡ്യൂസസ് ഗ്യാമീറ്റ് ബൈ. ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള പാരന്റ് ആണെങ്കിൽ അത് ഗ്യാമീറ്റിനെ ഉണ്ടാക്കുന്നത് ഏത് ഡിവിഷനിലൂടെയാണ്? ഹാപ്ലോയിഡ് പാരന്റ് പ്രൊഡ്യൂസസ് ഗ്യാമീറ്റ് ബൈ മൈറ്റോസിസ്, വൈൽ എ ഡിപ്ലോയിഡ് പാരന്റ് പ്രൊഡ്യൂസസ് ഗ്യാമീറ്റ് ബൈ എന്താണ്? മിയോസിസ്. അപ്പോ ഏതാണ്? മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. അതല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? മൈറ്റോസിസ് ആൻഡ് മിയോസിസ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതൊന്ന് ശ്രദ്ധിച്ചു നിങ്ങൾ ചെയ്യണം. ഇത് നമ്മളുടെ മിയോസൈറ്റിലെ ക്രോമസോം നമ്പറും അതുപോലെ ഗ്യാമീറ്റിലെ ക്രോമസോം നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തൊന്ന് ചെയ്യണേ. ദ ക്രോമസോം നമ്പർ ഇൻ എൻഡോസ്പേം സെൽ ഓഫ് എ പ്ലാന്റ് എക്സ് and the gamete of the plant Y are equal. The plant X and Y are. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് എൻഡോസ്പേമിലെ ക്രോമസോം നമ്പർ, എൻഡോസ്പേം എന്ന് പറയുന്നത് 3n ആണ്. അതുപോലെ 3n ഓഫ് എക്സും ഗ്യാമീറ്റ് ഓഫ് വൈയുമാണ്. ഗ്യാമീറ്റ് എന്ന് പറഞ്ഞാൽ n ആണ്. n ഓഫ് വൈയും ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് നോക്കാട്ടോ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആപ്പിളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആപ്പിളിന്റെ മിയോസൈറ്റിൽ 34 ക്രോമസോമാണ്, അതിന്റെ ഗ്യാമീറ്റിൽ 17 ക്രോമസോമാണ് കാണുക. അപ്പൊ അതിന്റെ എൻഡോസ്പേമിൽ എത്ര ക്രോമസോം കാണും? 51 ക്രോമസോം കാണും. അതെ അല്ലെ? അതിന്റെ കൂടെ വരുന്നത് ഏതാ? റൈസ് ആണ് വരുന്നത്. റൈസിന്റെ മിയോസൈറ്റിൽ എത്ര ക്രോമസോം ഉണ്ടടാ? റൈസിന് മിയോസൈറ്റിൽ 24 ക്രോമസോം ആണുള്ളത്. അതുകൊണ്ട് ഗ്യാമീറ്റിൽ എത്ര വരാം? 12 വരാം. അതിന്റെ എൻഡോസ്പേം ആണെങ്കിലോ 36 വരും. ഇതിന്റെ ഗ്യാമീറ്റും 51ഉം 12ഉം ഈക്വൽ അല്ല. അതുകൊണ്ട് എ ഓപ്ഷൻ തെറ്റാണ്. ഇനി ബി ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മെയ്സ് ആൻഡ് പൊട്ടറ്റോ ആണ് വരേണ്ടത് അല്ലെ? മെയ്സ് ആൻഡ് പൊട്ടറ്റോ. മെയ്സ് ഒന്ന് നോക്കിക്കേ. അതിന്റെ മിയോസൈറ്റിൽ 20 ക്രോമസോം ആണുള്ളത്. അതിന്റെ ഗ്യാമീറ്റിൽ 10 ആണ്. അതിന്റെ എൻഡോസ്പേമിൽ എത്ര വരും? 30 വരും. പൊട്ടറ്റോ എത്രയാടാ? പൊട്ടറ്റോ മിയോസൈറ്റിൽ 48 ആണ്, ഗ്യാമീറ്റിൽ 24 ആണ്. ഇതും ഈക്വൽ അല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബിയും തെറ്റാണ്. അടുത്തത് നോക്കാം. റൈസ് ആൻഡ് ഒനിയൻ ആണ് വരേണ്ടത്. റൈസിന്റെ മിയോസൈറ്റിൽ 24, ഗ്യാമീറ്റിൽ 12, എൻഡോസ്പേമിൽ 36. ഒനിയൻ എത്രയാ ക്രോമസോം നമ്പർ? 16 ആണല്ലേ? ഒനിയന് 16 ആണ് ക്രോമസോം നമ്പർ. അതിന്റെ ഗ്യാമീറ്റിൽ 8 ആണ്. 8ഉം 36ഉം ഈക്വൽ അല്ല. അതുകൊണ്ട് ഓപ്ഷൻ സിയും തെറ്റാണ്. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് പോയാൽ ഒനിയൻ ആൻഡ് പൊട്ടറ്റോ, അത് കറക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ബാക്കി 3ഉം തെറ്റിയതല്ലേ? എന്നാലും നമുക്കൊന്ന് നോക്കാം. ഒനിയന്റെ മിയോസൈറ്റിൽ 16 ക്രോമസോം, അതിന്റെ ഗ്യാമീറ്റിൽ 8, അതിന്റെ എൻഡോസ്പേമിൽ 24. പൊട്ടറ്റോയിന്റെ മിയോസൈറ്റിൽ 48, അതിന്റെ ഗ്യാമീറ്റിൽ 24. 24ഉം 24ഉം ഈക്വൽ ആണ്. അതുകൊണ്ട് കറക്റ്റ് ഏതാണ് വരിക? ഡി ഓപ്ഷൻ ആണ് വരിക. അതുകൊണ്ട് ക്രോമസോം നമ്പർ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കുക. ഏത് തരത്തിൽ വേണമെങ്കിലും ക്രോമസോം നമ്പറുമായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് വരാം.
The sexual reproduction involves the formation of male and female gamete by. എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ബൈ സെയിം ഇൻഡിവിജ്വൽ നിന്നാകാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഓഫ് ദി ഓപ്പോസിറ്റ് സെക്സിൽ നിന്നും ആകാം. അല്ലേ? അപ്പൊ ഐദർ എ ഓർ ബി എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മളുടെ മെർക്കാൻഷ്യന്റെ പടമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് റെക്കഗ്നൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മെർക്കാൻഷ്യ ഒരു ഡയേഷ്യസ് പ്ലാന്റ് ആണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിലൊരു ഡാഡി മെർക്കാൻഷ്യ ഉണ്ട്, മമ്മി മെർക്കാൻഷ്യ ഉണ്ട്. ഇതിൽ ഏതാണ് ഡാഡി മെർക്കാൻഷ്യ, ഏതാണ് മമ്മി മെർക്കാൻഷ്യ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നല്ല പൂ പോലെയുള്ളത്, ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നല്ല പൂ പോലെ വിരിഞ്ഞിരിക്കുന്നത് ഏതാണ്? ആർച്ചഗോണിയോഫോർ ആണ്, അതായത് ഫീമെയിൽ ആണ്. ആർച്ചഗോണിയം എന്നല്ല, ആർച്ചഗോണിയോഫോർ എന്നാണ് നമ്മൾ പറയേണ്ടത്. ആർച്ചഗോണിയോഫോർ, ആർച്ചഗോണിയം ഉള്ള, അതിനെ പറയുന്ന പേരാണ് ആർച്ചഗോണിയോഫോർ. ഇതപ്പോ എന്തായിരിക്കും? ആന്തരിഡിയോഫോർ ആണ് അല്ലേ? അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ വരിക? ആന്തരിഡിയോഫോർ. ആന്തരിഡിയോഫോർ എന്ന് പറഞ്ഞാൽ മെയിൽ ആണ്. ആർക്കഗോണിയോഫോർ എന്ന് പറയുമ്പോൾ അത് ഫീമെയിൽ താലസ് ആണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഏതാടാ? എ ആണ് വരിക അല്ലെ? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? എ ആണ്. ഇനി നോക്കൂ, in reptile, birds, mammals, gymnosperms and angiosperm, the fertilization എന്ന് പറഞ്ഞേ ഏതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞേടാ? റെപ്റ്റൈൽസിലും ബേർഡ്സിലും മാമൽസിലും ജിംനോസ്പോംസിലും ആൻജിയോസ്പോംസിലും ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണോ, ഇന്റേണൽ ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ, കാൺസ് എ ആണോ? ഏതാണ്? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ഇവർക്കൊക്കെ നടക്കുന്നത് അല്ലെ? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നമ്പർ ഓഫ് ക്രോമസോം ഇൻ മിയോസൈറ്റ് ഓഫ് ബട്ടർഫ്ലൈയിലെ അല്ലെ, ബട്ടർഫ്ലൈന്റെ മിയോസൈറ്റിലെ ക്രോമസോം നമ്പർ എത്രയാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എത്രയാണ് ഒന്ന് പറഞ്ഞേ? എത്രയാണ്? ഏതാ കറക്റ്റ് ആയിട്ട് വരിക? മിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബോഡി സെല്ലാണ് ഉദ്ദേശിക്കുന്നത്. എത്രയാണ് വരിക? ക്രോമസോം നമ്പർ പഠിച്ചോ എന്ന് നോക്കട്ടെ. എത്രയാണ്? 380 അല്ലെ? 380 ആണ് വരേണ്ടത് അല്ലെ? 380 ആണ് വരേണ്ടത്. അപ്പോഴാണ് 190 അതിന്റെ ഗ്യാമീറ്റിൽ വരുന്നത്. During encystation, amoeba withdraws its pseudopodia and secrete a layered hard covering or cyst wall around it. അതായത് എത്ര ലെയേർഡ് വോൾ ആണ് അല്ലെങ്കിൽ അതിന്റെ ചുറ്റുമായിട്ട് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ ഒരു ഡാഷ് വേണം. ഡ്യൂറിങ് എൻസിസ്റ്റേഷൻ അമീബ വിത്ഡ്രോസ് ഇറ്റ്സ് സ്യൂഡോപോഡിയ ആൻഡ് സെക്രീറ്റ് എ ഡാഷ് ലെയേർഡ് ഹാർഡ് കവറിംഗ് ഓർ സിസ്റ്റ് വോൾ അറൗണ്ട് ഇറ്റ്സെൽഫ് എന്നാണ് ചോദ്യം. എത്രയാണ്? 3 ലെയേർഡ് ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഡി ആണ് ഓപ്ഷൻ. 3 ലെയേർഡ് ഓപ്ഷൻ ഡി ആണ് അല്ലേ? കറക്റ്റ് ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജെമ്യൂൾ ഫോർമേഷൻ ഇൻ സ്പോഞ്ചസ് ഈസ് യൂസ്ഫുൾ ഇൻ. ജെമ്യൂൾ ഫോർമേഷൻ ഇൻ സ്പോഞ്ചസ്. ജെമ്യൂൾ ഫോർമേഷൻ അതിന് എന്താ നമ്മൾ പറയാ? ജെമ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ സ്പോർസ് ആണ് അല്ലേ? അതായത് സ്പോഞ്ചസിൽ കാണുന്ന ഇന്റേണൽ സ്പോർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ സ്പോർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? NCERT-യിൽ ഉണ്ട് കേട്ടോ. സ്യൂഡോപോഡിയോസ്പോറിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ NCERT-യിൽ ഉള്ളതാണ് കേട്ടോ. നമ്മളുടെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിൽ ഉള്ളതാണ്. ഓക്കെ, ജെമ്യൂൾ ഫോർമേഷൻ ഏത് ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അസെക്ഷൽ സ്പോർസ് ആണ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലേ? ഉള്ളിൽ ഫോം ആകുന്നതാണ്. ഇന്റേണൽ ബഡ് ആണ്. ഓക്കെ, ജെമ്യൂൾസ്, എൻഡോജീനസ്, എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യന് നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കണേ. ദേ നോക്കിക്കേ, സൂം ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് സൂം ആയി കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ നിന്ന് പുറത്തു പോകുകയാണ്, അതുകൊണ്ടാണ് സൂം ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഇത് നോക്കിക്കേ. പി മഹേശ്വരി, പഞ്ചാനൻ മഹേശ്വരി എന്നാണ് പറയാ. എൻകറേജ് ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് മെയ്ഡ് എ സിഗ്നിഫിക്കന്റ് contribution to school education by his leadership in bringing out very first textbook of biology for higher secondary school published in NCERT in. അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന NCERT ബുക്കുകളുടെ
NCERT ബുക്കുകളുടെ പബ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു സ്റ്റെപ്പ് എടുത്ത ആളാണ് പഞ്ചാനൻ മഹേശ്വരി എന്ന സയന്റിസ്റ്റ്. ഇത് NCERT-യിൽ ഉള്ളതാണോ? NCERT-യിൽ ഉള്ളത് തന്നെയാണ്. ഏത് വർഷമാണ് അദ്ദേഹം ഈ സ്റ്റെപ്പ് എടുത്തത്? NCERT ബുക്കുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്പ് എടുത്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മക്കളെ? ഒന്ന് പറഞ്ഞേ. 1974 ആണോ? അല്ല, 1964 ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇടാൻ കാരണം എന്താണെന്നറിയോ? അപ്പൊ നമ്മൾ പലപ്പോഴും ഈ സയന്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം ഒരിക്കലും നമ്മൾ പഠിക്കാതെ ഒക്കെ പോകാറുണ്ട്. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും ആ സയന്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് വായിച്ചിട്ട് പോകുക. ഇത് NCERT-യിൽ ഉള്ളതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. NCERT-യിൽ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതൊന്ന് വായിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ഒന്ന് വായിച്ചിട്ട് പോകുക കേട്ടോ. ഫസ്റ്റ് പേജിൽ തന്നെ ഉള്ളതാണ്, വിട്ടുകളയരുത്. അടുത്തത് ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം, ക്യാരിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇത് ഏതാ? NCERT-യിൽ ഉള്ളതാണോ? NCERT-യിലെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിന്റെ മുൻപിലായിട്ട് നിങ്ങൾക്കൊരു സയന്റിസ്റ്റിന്റെ പേരും അതിന്റെ ഡിസ്ക്രിപ്ഷനും കാണാം, പഞ്ചാനൻ മഹേശ്വരി. അപ്പോ അദ്ദേഹത്തിന്റെ ആ പേജിലുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. ഇത് വിട്ടുകളയല്ലേ. ഇങ്ങനെയൊക്കെ ചോദിച്ചൂടെ? NCERT-യിൽ ഉള്ളതല്ലേ? ഇത് നോക്കിക്കേ. ഇതാരാണ്? ഇത് മൊണേഷ്യസ് പ്ലാന്റ് ആയിട്ടുള്ള ക്യാരയാണ്. ഇനി ഈ ക്യാരിയിൽ A എന്താടാ? ഊഗോണിയമാണ്. A എന്താണ്? ഊഗോണിയം. B എന്താണ്? ആന്തരിഡിയം. അപ്പോ ഊഗോണിയവും ആന്തരിഡിയവുമാണ് അല്ലെ? ഊഗോണിയവും ആന്തരിഡിയവുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐസ് ഓഫ് പൊട്ടറ്റോ എന്താണ്? ഐസ് ഓഫ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ആക്സിലറി ബഡ് ആണോ? ആക്സിലറി ബഡ് തന്നെയാണ്. ഐസ് ഓഫ് പൊട്ടറ്റോ എന്താണ്? ആക്സിലറി ബഡ് ആണ്. സ്റ്റെം ട്യൂബർ അല്ലേ? അതായത് മോഡിഫൈഡ് സ്റ്റെം അല്ലേ? നമ്മളുടെ ഉരുളക്കിഴങ്ങ് മോഡിഫൈഡ് സ്റ്റെം ആണ്. സ്റ്റെമ്മിന്റെ ഒരു ഭാഗമാണ് ആക്സിലറി ബഡ്. അപ്പോൾ ആക്സിലറി ബഡ് ഉണ്ട്. ഓക്കെ. ഇനി അടുത്തത്, ഇൻ മെജോറിറ്റി ഓഫ് സെക്ഷുവലി റിപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം ദ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആർ ഓഫ് ടു മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്ട് ടൈപ്പ്. അതായത് ഗ്യാമീറ്റുകൾ രണ്ട് ഡിഫറെന്റ് ടൈപ്പുള്ള ഗ്യാമീറ്റുകൾ ആണെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുക? ഹെട്രോഗ്യാമീറ്റ്സ് എന്നാണ് പറയുക. ഹെട്രോഗ്യാമീറ്റ്സ് എന്നാണ് പറയുക. അപ്പൊ ഏതാണ് ആൻസർ? ഹെട്രോഗ്യാമീറ്റ്സ് ആണ് ആൻസർ. ഹെട്രോഗ്യാമീറ്റ്സ്. മോളെ പാർവതി എന്താണ് സൂം ചെയ്യാത്തതെന്ന് അറിയോ? ഞാനിത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ക്രീനിൽ നിന്ന് പുറത്തു പോവുകയാണ് കേട്ടോ. അപ്പൊ എനിക്ക് വായിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് സൂം ചെയ്യാത്തത്. നിങ്ങൾക്കും കിട്ടില്ല, അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡെവലപ്മെന്റ് ഓഫ് ആൻ ഓർഗാനിസം ഫ്രം ഫീമെയിൽ ഗാമീറ്റ് വിത്തൗട്ട് ഇൻവോൾവിംഗ് ഫെർട്ടിലൈസേഷൻ. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു ഫീമെയിൽ ഗാമീറ്റിൽ നിന്ന് ഒരു ഓർഗാനിസം ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുക? അതിന് നമ്മൾ പറയുന്ന പേരെന്താടാ? പാർത്തനോജെനിസിസ്. ആരും വേഗം പോയിട്ട് പാർത്തനോ കാർപ്പി എന്ന് എഴുതരുത്. പാർത്തനോജെനിസിസ് ആണ് കേട്ടോ. പാർത്തനോജെനിസിസ് അല്ലേ? പാർത്തനോജെനിസിസ് ആണ്. സോ നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ, നിങ്ങൾക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു സയന്റിസ്റ്റിന്റെ ഭാഗമൊക്കെ വായിച്ചിട്ടേ പോകാവൂ. അവിടെ നിന്നും വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആരോ ചോദിക്കുന്നുണ്ട് റൂട്ട് ട്യൂബറിന്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. റൂട്ട് ട്യൂബറസ് അഡ്വന്റേഷ്യസ് റൂട്ടാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. ട്യൂബറസ് അഡ്വന്റേഷ്യസ് റൂട്ടാണ് സ്വീറ്റ് പൊട്ടറ്റോ. ഓക്കെ, മറന്നു പോവരുതേ. ഓക്കെ, ജോണി ആന്റണി ചോദിക്കുന്നുണ്ട് എത്ര സെന്റിമീറ്റർ തിക്നെസ് ആണ് നമ്മുടെ NCERT എന്നൊക്കെ. കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാണോ, വെറുതെ തമാശക്ക് ചോദിച്ചതാണോ എന്ന് അറിയില്ല. എന്തായാലും ആ ചോദ്യം നീറ്റ് എക്സാമിന് വരില്ല, അത് ഉറപ്പാണ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാടാ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ ഏതാണ്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്
അല്ലെ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പൊ നോക്കാം. ദ ബൗണ്ടറീസ് ഓഫ് ദി കിങ്ഡം എക്സ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ബിലോങ്സ് ടു ദ കിങ്ഡം എക്സ് എന്നാണ് ചോദ്യം. അതായത് നമ്മുടെ ബൗണ്ടറീസ് ഓഫ് ദ കിങ്ഡം ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഏത് കിങ്ഡത്തിനെ പറ്റിയാണ് പറയുന്നത്? പൊട്ടിസ്റ്റേനെ പറ്റിയാണ് പറയുന്നത്. പൊട്ടിസ്റ്റ. ഈ തന്നിരിക്കുന്ന ഗ്രൂപ്പിൽ പൊട്ടിസ്റ്റയുമായിട്ട് ബന്ധപ്പെട്ട പൊട്ടിസ്റ്റ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. അമീബയുണ്ട്, അനാബീനയുണ്ട്, ഈസ്റ്റ് ഉണ്ട്, ഹലോ ബാക്ടീരിയം ഉണ്ട്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അമീബയല്ലേ? അമീബ പ്രോട്ടോസോവനിൽ വരുന്നതാണ്. പ്രോട്ടോസോവൻ പൊട്ടിസ്റ്റ കിങ്ഡത്തിൽ വരുന്നതല്ലേ? അതെ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? അമീബയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 domain of life include how many kingdom? 3 domain system. 3 domain സിസ്റ്റത്തിൽ ആരൊക്കെയാണ് വരുന്നത് അല്ലെ? 3 domain സിസ്റ്റത്തില് ആർക്കെയുണ്ട്? ആർക്കയിൽ ആരാണ് വരിക? ആർക്കെ ബാക്ടീരിയ ആണ്. അല്ലെ? പിന്നെ നമുക്കൊരു മുണീറ വരും അല്ലെ? അത് പ്രൊക്യാരിയോട്ട അല്ലെ? പ്രൊക്യാരിയ. അടുത്തത് യൂക്യാരിയയിൽ ഏതൊക്കെയാ വരിക? യൂക്യാരിയോട്സിൽ ഏതൊക്കെയാണ് വരിക? നമുക്ക് പൊട്ടിസ്റ്റ വരും, അതുപോലെ ഫംഗൈ വരും, പ്ലാന്റേ വരും, അനിമേലിയ വരും അല്ലെ? ഇത്രയല്ലേ വരിക? അപ്പൊ ഈ യൂക്യാരിയയിൽ തന്നെ 4 കിങ്ഡമായി. പൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. പിന്നെ ആർക്കെ ബാക്ടീരിയ വരും, പിന്നെ മോണിയറ വരും. അപ്പൊ മൊത്തത്തിൽ എത്രയാണ് ആൻസർ? 6 ആണ് വരും. 3 domain സിസ്റ്റം അല്ലെങ്കിൽ 6 kingdom ക്ലാസിഫിക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നോക്കിക്കേടാ. Chemosynthetic bacteria obtain energy from chemosynthetic autotrophic bacteria. നിങ്ങൾക്കറിയാം ഫോട്ടോട്രോഫ്സ് ആയിട്ടുള്ള ബാക്ടീരിയകൾ പ്ലാന്റുകളെ പോലെ തന്നെ ലൈറ്റ് എനർജിയെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്നവരാണ്. എന്നാൽ കീമോസിന്തറ്റിക് ബാക്ടീരിയകൾ അവരെങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുക? ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ കുറച്ച് എനർജി റിലീസ് ആകും. ആ എനർജി ഉപയോഗിച്ചാണ് അവർ ഫുഡ് ഉണ്ടാക്കുക. അപ്പോ ഏതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇനോർഗാനിക് സബ്സ്റ്റൻസസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസംസ് ആരാണ്? മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസംസ് ആരാണ്? ആരാണ് മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസംസ്? ഒന്ന് പറഞ്ഞേ, ആരാണ്? ബാക്ടീരിയകളാണ്. ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ് ബാക്ടീരിയകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ബാക്ടീരിയകളെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു പുതിയ കണ്ടുപിടുത്താണ് കേട്ടോ. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ബാക്ടീരിയയെ റീസെന്റ് ആയിട്ട് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു. ആർക്കെങ്കിലും അതിന്റെ പേരറിയോ എന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന 1 സെന്റിമീറ്റർ നീളമുള്ള ഒരു ബാക്ടീരിയയെ റീസെന്റ് ആയിട്ട് നമ്മളുടെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്ടീരിയത്തിന്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യാതെ അറിയുന്നവര് എനിക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ടൈപ്പ് ഓഫ് ബാക്ടീരിയ പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ്? ഒന്ന് പറഞ്ഞേ, റീസൈക്ലിംഗ് ന്യൂട്രിയൻസിനെ റീസൈക്കിൾ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഏതാണ്? ഒന്ന് പറഞ്ഞേ, ഏതാണ്? നോക്കിക്കേ, ഏത് ബാക്ടീരിയ ആണ്? കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകളാണ് അല്ലെ? റീസൈക്ലിംഗ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ലീപ്പിംഗ് സിക്നസ് കോസ്ഡ് ബൈ ആരാണ്? സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്തത്? സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, ഒരു പ്രോട്ടോസോവനാണ്. അതേത് പ്രോട്ടോസോവനാണ്? ട്രിപ്പാനോസോമ അല്ലെ? ആരാണ്? ട്രിപ്പാനോസോമ ഗ്യാംബിയൻസി എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? ഇതിൽ ഏത് ഗ്രൂപ്പിൽ വരുന്നതാണത്? ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. ആരാണ്? ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ. ആരാടാ? ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. വെരി ഗുഡ്, എല്ലാവരും കറക്റ്റ് ആണ് തരുന്നത്. All protozoans are distant relative of animal. നമ്മളുടെ എല്ലാം വളരെ പഴയ ഒരു ബന്ധാണ്.
നമ്മളുടെ ഒക്കെ ബന്ധുക്കളാണ് പോട്ടോസോവൻസ്. പോട്ടോസോവൻസുകളിൽ നിന്നാണ് കുറച്ച് വ്യത്യാസമൊക്കെ വന്ന ആനിമൽസ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നോക്കിയേ, ഓൾ പോട്ടോസോവൻസ് ആരാണ്? ഹെട്രോട്രോഫ് ആണ് അല്ലെ. എല്ലാ പോട്ടോസോവൻസും ഹെട്രോട്രോഫുകളാണ്, തനിയെ ഫുഡ് ഉണ്ടാക്കാൻ കഴിയാത്തവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയാറ്റമേഷ്യസ് എർത്ത് is the deposition of cell wall in their habitat by diatom takes over. അതായത് കൈസോഫൈറ്റ്സിനെ പറ്റി നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കൈസോഫൈറ്റ്സിന്റെ സെൽ വോൾ എന്ന് പറയുന്നത് സോപ്പ് ബോക്സ് പോലെയാണ് അല്ലെ. സിലിക്ക ഡിപ്പോസിറ്റുകൾ ഉണ്ട്, അത് എത്ര കാലം കഴിഞ്ഞാലും നശിച്ചു പോകില്ല. ബില്യൺസ് ഓഫ് ഇയേഴ്സ് അവരുടെ സെൽ വോൾ നശിച്ചു പോകാതെ സമുദ്രത്തിലൊക്കെ അടിഞ്ഞുകൂടി ഒരു പ്രത്യേക സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ഡയാറ്റമേഷ്യസ് എർത്ത് അല്ലെങ്കിൽ കീസൽഗർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ്? ബില്യൺസ് ഓഫ് ഇയേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ബില്യൺസ് ഓഫ് ഇയേഴ്സ്. ഓക്കെ, ആരോ എനിക്ക് കറക്റ്റ് ആയിട്ട് എഴുതി ആൻസർ എഴുതി. ആരാണെന്ന് ഞാൻ കണ്ടില്ല, സ്ലൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ആരാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഏറ്റവും വലിയ ബാക്ടീരിയന്റെ പേര് എനിക്ക് പൈതിച്ച് തന്നിട്ടുണ്ട് ആരോ ഒരാള്. ഏറ്റവും വലിയ ബാക്ടീരിയയുടെ പേരാണ് തയോമാർഗരിറ്റ മാഗ്നിഫിക്ക. തയോമാർഗരിറ്റ മാഗ്നിഫിക്ക. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു സയൻസ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഒരു പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോടാ. പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോകാം. ഇനി നോക്കിക്കേ, വാട്ട് ഈസ് കോമൺ എമംഗ് അഗാരിക്കസ്, റസ്റ്റ്, സ്മട്ട് അല്ലെ. അഗാരിക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഷ്റൂം ആണ് അല്ലെ. നിങ്ങള് മഷ്റൂം ഒക്കെ കഴിച്ചിട്ടുണ്ടാകും അല്ലെ. മഷ്റൂം മഞ്ചൂരിയൻ, മഷ്റൂം പെപ്പർ ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ടാകും. അഗാരിക്കസ് മഷ്റൂം ആണ്. റസ്റ്റ് ഫംഗസിന്റെ പേരെന്താടാ? പക്സീനിയ. റസ്റ്റ് ഫംഗസിന്റെ പേരെന്താ? പക്സീനിയ. സ്മട്ട് ഫംഗസിന്റെ പേരെന്താ? യൂസ്റ്റിലാഗോ. അഗാരിക്കസ് എന്ന് പറഞ്ഞ അഗാരിക്കസ് ബൈസ്പോറസ് മഷ്റൂം ആണ് അല്ലേ. അപ്പൊ ഇവരെല്ലാവരും ഏത് ഗ്രൂപ്പിൽ വരുന്നവരാണ്? ബസീഡിയോമൈസറ്റ്സിൽ വരുന്നവരാണ്. ബസീഡിയോമൈസറ്റ്സ്. അപ്പൊ ബസീഡിയോമൈസറ്റ്സിൽ വരുന്ന ഇവർക്ക് എന്താണ് കോമൺ എന്നാണ് ചോദ്യം. ഇത് നോക്കാം, ഓൾ ആർ പാരസൈറ്റ് ആണോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. റസ്റ്റും സ്മട്ടും പാരസൈറ്റ് ആകാം, പക്ഷെ അഗാരിക്കസ് പാരസൈറ്റ് അല്ല, സാപ്പോഫൈറ്റ് ആണ്. What are the members of all are the members of Basidiomycetes and Biomolecules? അത് കറക്റ്റ് തന്നെയാണ്. All are not reproduced sexually, അത് തെറ്റാണ്. Both B and C അതും തെറ്റാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? All are Basidiomycetes and Basidiocap എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, which is the basis of classification of kingdom fungi? കിങ്ഡം ഫംഗായെ ഒരുപാട് ഡിവിഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മക്കളെ. ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്? ഫൈക്കോമൈസറ്റ്സ്, അസ്കോമൈസറ്റ്സ്, ബസീഡിയോമൈസറ്റ്സ്, ഡ്യൂട്രോമൈസറ്റ്സ് അല്ലെ. അതിന്റെ എന്തിന്റെ ബേസിലാണ്? മോർഫോളജി, മൈസീലിയത്തിന്റെ മോർഫോളജി. അതായത് മോർഫോളജി ഓഫ് മൈസീലിയം എന്ന് പറഞ്ഞാൽ എന്താ? മൈസീലിയം ബ്രാഞ്ചഡ് ആണോ, സെപ്റ്റേറ്റ് ആണോ, ബ്രാഞ്ചഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണോ, അല്ലെങ്കിൽ സീനോസൈറ്റിക് ആണോ. രണ്ടാമത്തത് മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ. സ്പോറുകൾ സൈഗോസ്പോർ ആണോ, ആസ്കോസ്പോർ ആണോ, ബസീഡിയോസ്പോർ ആണോ. ഫൂട്ടിംഗ് ബോഡി ബസീഡിയോകാർപ്പ് ആണോ, ആസ്കോകാർപ്പ് ആണോ. അപ്പൊ ഏതിന്റെയൊക്കെ ബേസിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഓൾ ഓഫ് ദി അബവ് അല്ലേ ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഡി അല്ലേ. ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ബസീഡിയോമൈസറ്റ്സ് കാരിയോഗമി ആൻഡ് മിയോസിസ് ടേക്ക് പ്ലേസ് ഇൻ. കാരിയോഗമിയും മിയോസിസും എവിടെയാണ് നടക്കുന്നത് ബസീഡിയോമൈസറ്റ്സിൽ? ബസീഡിയോമൈസറ്റ്സിന് ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിന്റെ പേരാണ് ബസീഡിയം. എന്താണ് പേര്? ബസീഡിയം. ബസീഡിയത്തിന്റെ ഉള്ളിലാണ് കാരിയോഗമിയും മിയോസിസും നടക്കുന്നത്. മിയോസിസ് നടന്നുണ്ടാകുന്ന ബസീഡിയോസ്പോറുകൾ എക്സോജീനസ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ബസീഡിയം എങ്കിൽ ബസീഡിയത്തിന് പുറത്തത് ഇങ്ങനെയാണ് ബസീഡിയോസ്പോറുകൾ എക്സോജീനസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ കാരിയോഗമിയും മിയോസിസും നടക്കുന്നത് എവിടെയാണ്? ബസീഡിയത്തിന്റെ ഉള്ളിലാണ് അല്ലേ. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? ബസീഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഡ്യൂട്രോമൈസറ്റ്സ് ഫംഗൈ റീപ്രൊഡ്യൂസ് ബൈ അസെക്ഷുവൽ സ്പോർ നെയിംഡ് ആസ്.
അതായത് ഡ്യൂട്രോമൈസറ്റ്സിൽ നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല, അതുകൊണ്ടാണ് അവർ ഫംഗായി ഇംപെർഫെക്റ്റ് ആയി ആകുന്നത്. പക്ഷേ അവർക്ക് അസെക്ഷൽ സ്പോറുകളിലൂടെയുള്ള റീപ്രൊഡക്ഷൻ നടക്കും. ആ അസെക്ഷൽ സ്പോർസിന്റെ പേരെന്താടാ? അസെക്ഷൽ സ്പോർസിന്റെ പേരെന്താ? ഒന്ന് വേഗം പറഞ്ഞേ. ഡ്യൂട്രോമൈസറ്റ്സിലെ അസെക്ഷൽ സ്പോർസിന്റെ പേരെന്താണ്? എന്താണ്? എന്താണ്? പറയൂ, വേഗം പറയൂ, വേഗം പറയൂ. കൊണീഡിയ അല്ലേ? കൊണീഡിയാണ്. കൊണീഡിയം, കൊണീഡിയ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മെമ്പേഴ്സ് ഓഫ് ഫൈക്കോമൈസറ്റ്സ് ആർ ഫൗണ്ട് ഇൻ. ഫൈക്കോമൈസറ്റ്സിനെ പണ്ട് വളരെ പണ്ട് 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ സമയത്തൊക്കെ ചില ഫൈക്കോമൈസറ്റ്സ് മെമ്പേഴ്സിനെ നമ്മൾ ആൽഗി ആണ് എന്ന് കരുതിയിരുന്നു. അതുകൊണ്ട് ഇവരെ ആൽഗൽ ഫംഗസ് എന്നാണ് പറയുന്നത്. അതിന് കാരണമുണ്ട്. അവരെവിടെയാണ് കാണുക? അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ കാണും, ഓൺ ഡീക്കേയിങ് വുഡിൽ കാണും, മോയിസ്റ്റ് ആൻഡ് ഡാംപ് പ്ലേസുകളിൽ കാണും, ആസ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ഓൺ പ്ലാന്റ് അല്ലേ? അപ്പൊ ഇതെല്ലാം കറക്റ്റ് അല്ലേടാ? എല്ലാ ഹാബിറ്റാറ്റിലും കാണില്ലേടാ? അപ്പൊ ഓൾ ഓഫ് ദി എബവ് അല്ലേ നമ്മുടെ ആൻസർ. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഫൈക്കോമൈസറ്റ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫൈക്കോമൈസറ്റ്സുകൾ പ്ലാന്റുകളിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ട് കാണാം. ഏത് പ്ലാന്റുകളിലാണ് നമ്മൾ പഠിച്ചിരുന്നത്? മസ്റ്റാർഡ് പ്ലാന്റിൽ, മസ്റ്റാർഡ് പ്ലാന്റിന്റെ ലീഫിൽ ഒരു പാരസൈറ്റ് കാണുന്നുണ്ട്. എന്താണ് ആ പാരസൈറ്റിന്റെ പേര്? എന്താണ് ആ പാരസൈറ്റിന്റെ പേര്? എന്താണ് ആ ഫംഗസിന്റെ പേര്? ഒന്ന് പറഞ്ഞേടാ, ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ആരാ പറയാ? ആൽബ്യൂക്കോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോകാം. ദ ഫംഗസ് കോമൺലി നോൺ ആസ് ബഡ് മൗൾഡ്. ബഡ് മൗൾഡ് ആണ്, ബഡ് മൗൾഡ് ആയിട്ട് അറിയപ്പെടുന്ന ഫംഗസ് ഏതാണ്? ഏത് ഫംഗസിനെയാണ് നമ്മൾ ബഡ് മൗൾഡ് എന്ന് പറയാ? എന്ന് പറയുന്നുണ്ട്, ഒന്ന് പറഞ്ഞേ. റൈസോപ്പസ്. റൈസോപ്പസിനെയല്ലേ നമ്മൾ പറയാ ബഡ് മൗൾഡ് എന്ന്? റൈസോപ്പസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ആർ സ്മോളർ ദാൻ വൈറസ്. വൈറസിനേക്കാൾ ചെറുതാരാണ്? വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിക് ആസിഡും ഉണ്ട്, ന്യൂക്ലിക് ആസിഡിനെ കവർ ചെയ്ത് പ്രോട്ടീൻ കോട്ടുമുണ്ട്. എന്നാൽ വൈറോയിഡിന് ഏത് മാത്രമേ കാണുള്ളൂ? ന്യൂക്ലിക് ആസിഡ് മാത്രമല്ലേ കാണുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ആൻസർ ഏതാ വരിക? അതുകൊണ്ട് ഏതാ ആൻസർ വരിക? ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഏതാ ആൻസർ വരിക? സ്മോളർ ദാൻ വൈറസ് ഏതാ? വൈറോയിഡ് ആണ് അല്ലേ? വൈറോയിഡ് ആണ് സ്മോളർ ദാൻ വൈറസ്. വൈറോയിഡ് ആണ് സ്മോളർ ദാൻ വൈറസ് അല്ലേ? ഓക്കെ, among the common cold, mumps, smallpox, herpes, influenza and AIDS, how many disease caused by virus in humans? ഹ്യൂമൻസിൽ വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസുകൾ ഇതിൽ എത്ര എണ്ണമുണ്ട് എന്നാണ് ചോദ്യം. നമുക്കൊന്ന് നോക്കാം. കോമൺ കോൾഡ്, ഫ്ലൂ നമുക്കറിയാം, റൈനോ വൈറസ്. മംസ് വൈറസ് എന്ന് പറയും. പാരാമിക്സോ വൈറസിന്റെ ഗ്രൂപ്പിലുള്ള മംസ് വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. സ്മോൾ പോക്സ് വാരിയോള വൈറസിന്റെ ഗ്രൂപ്പിലുള്ള വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഹെപ്സ് സിംപ്ലക്സ് വൈറസ്. ഇൻഫ്ലുവൻസ വൈറസ്. എയ്ഡ്സ് നിങ്ങൾക്കറിയാം, ഏതാ എയ്ഡ്സ്? HIV വൈറസ്. അപ്പൊ നോക്കുമ്പോ എല്ലാ ഡിസീസുകളും ഹ്യൂമൻസിൽ കാണാം. ഇവരെല്ലാവരും വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസുകളുമാണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 ആണ് ആൻസർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിസ്റ്റൽസ് ഓഫ് വൈറസ് ലാർജ്ലി കൺസിസ്റ്റ് ഓഫ്. ക്രിസ്റ്റൽസ്, വൈറസിന് ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, അതിനെ സറൗണ്ട് ചെയ്ത് പ്രോട്ടീൻ കോട്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറസിന് ക്രിസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിസ്റ്റൽ പാർട്ടിക്കിളിൽ ഏറ്റവും കൂടുതൽ ഏതാണ് കാണുക? പ്രോട്ടീൻ ആണ് കാണുക. പ്രോട്ടീൻ. പെയർ ഓഫ് വൈറൽ ഡിസീസ് ഏതൊക്കെയാണ്? വൈറൽ ഡിസീസിന്റെ പെയർ ഏതൊക്കെയാണ്? റിംഗ്വേം, എയ്ഡ്സ് HIV വൈറസ്. റിംഗ്വേം ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ്. ടൈഫോയിഡ്, ട്യൂബർക്കുലോസിസ്. ഏതാണ് ടൈഫോയിഡ്? സാൽമോണല ടൈഫി. ട്യൂബർക്കുലോസിസ് ഏതൊക്കെയാണ്? ബാക്ടീരിയ തന്നെയല്ലേ? മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലൈ. ഡിസെൻറ്ററി, കോമൺ കോൾഡ്. ഇതില് നിങ്ങൾ കോമൺ കോൾഡും എയ്ഡ്സ് നോക്കിക്കഴിഞ്ഞാൽ പെയർ ഓഫ് ഏതാണ്? പെയർ ഓഫ് വൈറൽ ഡിസീസ് ഏതൊക്കെയാണ്? കോമൺ കോൾഡും എയ്ഡ്സുമാണ് അല്ലെ? കോമൺ കോൾഡും എയ്ഡ്സുമാണ്. അസോസിയേഷൻ ബിറ്റ്വീൻ മൈക്രോബയോണ്ട് ആൻഡ് ഫൈക്കോബയോണ്ട്. മൈക്രോബയോണ്ട് എന്ന് പറഞ്ഞാൽ ഫംഗൽ പാർട്ട് ഓഫ് ലൈക്കൻ ആണ്. ഫൈക്കോബയോണ്ട് എന്ന് പറഞ്ഞാൽ ആൽഗൽ പാർട്ട് ഓഫ് ലൈക്കൻ ആണ്. അപ്പോൾ രണ്ടും കൂടെ കൂടി ചേർന്നാൽ ലൈക്കൻ ആയിട്ട് വരും
അല്ലേ? ലൈക്കൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി deuteromycetes are called fungi in perfecti because they have only asexual stages എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓൺലി അസെക്ഷുവൽ സ്റ്റേജസ് അല്ലെ, ഓൺലി അസെക്ഷുവൽ സ്റ്റേജ് മാത്രമാണ് അവർക്ക് കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫംഗസ് വിച്ച് ഗ്രോ ഓൺ ഡങ്, ഡങ്ങിൽ കാണുന്ന ഫംഗസ്. ചാണകത്തിലൊക്കെ നിങ്ങൾ ഫംഗസ് കാണാറില്ലേ? അപ്പൊ അതായത് എസ്ക്രീറ്റയിൽ പോലും ഫംഗസിന് വളരാൻ കഴിയും. അപ്പൊ എസ്ക്രീറ്റയിൽ കാണപ്പെടുന്ന ഫംഗസ്, ഡങ്ങിൽ കാണപ്പെടുന്ന ഫംഗസ്, അപ്പൊ അതിന്റെ പേരെന്താ? അതിന് നമ്മൾ എന്താ പറയുക? അതിനൊരു പേര് എന്നല്ല, പലതരത്തിലുള്ള ഫംഗസ് ഉണ്ട്. പക്ഷെ അത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്, കോമൺ ആയിട്ട് ആ ടൈപ്പ് ഫംഗസുകൾക്ക് പറയുന്ന പേര് കോപ്രോഫിലസ്. എന്താണ്? കോപ്രോഫിലസ് എന്നാണ് അർത്ഥം. കോപ്രോഫിലസ് എന്ന് പറഞ്ഞാൽ ഡങ്കിന്റെ ഉള്ളിൽ വളരുന്ന ഫംഗസ് എന്നാണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ആർ ബിലീവ്ഡ് ടു ബി ദ പ്രിമിറ്റീവ് റിലേറ്റീവ് ഓഫ് ആനിമൽ. ആനിമൽസിന്റെ പ്രിമിറ്റീവ് റിലേറ്റീവ് ആയിട്ട് കാണപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാ, നമ്മളുടെ ഒക്കെ റിലേറ്റീവ്, നമ്മളുടെ ഒക്കെ ബന്ധുക്കൾ ആരാന്നാ പറയുന്നേ? നമ്മളുടെ ഒക്കെ ബന്ധുക്കൾ ആരാടാ? വേഗം പറഞ്ഞേ, നമ്മളുടെ ബന്ധുക്കൾ ആരാന്നാ പറഞ്ഞേ ഞാൻ നേരത്തെ? പ്രോട്ടോസോവൻ. പ്രിമിറ്റീവ് റിലേറ്റീവ് ഓഫ് ആനിമൽ ആരാണ്? പ്രോട്ടോസോവൻ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സെൽ വോൾ ഈസ് ആബ്സെന്റ് ഇൻ. സെൽ വോള് ആബ്സെന്റ് ആയത് എവിടെയാണ്? സെൽ വോൾ ഈസ് ആബ്സെന്റ് ഇൻ എവിടെയാണ്? സെൽ വോൾ ആബ്സെന്റ് ആകുന്നത് ഇതിലേതിലാണ്? ഒന്ന് പറഞ്ഞേ. മൈക്കോപ്ലാസ്മ അല്ലേ? മൈക്കോപ്ലാസ്മ അല്ലേ കറക്റ്റ് ആൻസർ? മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയിലല്ലേ സെൽ വോൾ ഇല്ലാത്തത്? സെൽ വോൾലെസ് ബാക്ടീരിയ ആണ് മൈക്കോപ്ലാസ്മ. What is common in Eustilago, Neurospora, Agaricus? Eustilago Basidiomycetes ആണ്. ബസീഡിയോമൈസെറ്റ്സ് ആണ് യൂസ്റ്റിലാഗോ. സ്മട്ട് ഫംഗായി എന്നാണ് പറയുക. ന്യൂറോസ്പോറ അസ്കോമൈസെറ്റ്സ് ആണ്. അഗാരിക്കസ് എഗെയിൻ ബസീഡിയോമൈസെറ്റ്സ് ആണ്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് കാണപ്പെടുന്നു. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കോമൺ ആയിട്ട് എന്താ കാണുക? ഓൾ ആർ എഡിബിൾ ആണോ? അല്ല, അല്ല. കാരണം അഗാരിക്കസ് എഡിബിൾ ആണ്, പക്ഷെ യൂസ്റ്റിലാഗോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണി മേടിക്കും. അടുത്തത് ഓൾ ഹാവ് എ ഡൈകാരിയോട്ടിക് ഫേസ് ഇൻ ദിയർ ലൈഫ് സൈക്കിൾ. അത് കറക്റ്റ് ആണ്. ആസ്കോമൈസെറ്റ്സിനും അതുപോലെ തന്നെ ബസീഡിയോമൈസെറ്റ്സിനും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് എന്താ? അവർക്ക് ഡൈകാരിയോട്ടിക് ഫേസ് ഉണ്ട് എന്നുള്ളത്. കറക്റ്റ് അല്ലേ? ഇനി ഇതിൽ ഓൾ ആർ സാക് ഫംഗ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ബസീഡിയോമൈസെറ്റ്സ് ഉണ്ട്. ബസീഡിയോമൈസെറ്റ്സിനെ നമ്മൾ സാക് ഫംഗസ് എന്നല്ല പറയുക, പിന്നെ എന്താ പറയുക? ക്ലബ് ഫംഗസ് എന്നാണ് പറയുക. ഓൾ പ്രൊഡ്യൂസ് മോട്ടൈൽ സെക്ഷൽ സ്പോർ, അതും തെറ്റാണ്. അപ്പൊ ഡൈകാരിയോട്ടിക് ഫേസ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് മാച്ച് ചെയ്യാനാണെന്ന് നോക്കാം. മോറൽസ് ആൻഡ് ട്രഫിൾസ്. മോറൽസ് ആൻഡ് ട്രഫിൾസ് ഏതിൽ വരുന്നതാ? മോറൽസ് ആൻഡ് ട്രഫിൾസ് ഏതിൽ വരിക എന്ന് പറഞ്ഞേ? മോറൽസ് ആൻഡ് ട്രഫിൾസ് ഏതിലാ വരിക? അസ്കോമൈസെറ്റ്സ്. സ്മട്ട് ഏതാ? സ്മട്ട് ഫംഗ ഏതാടാ? ബസീഡിയോമൈസെറ്റ്സ്. ബ്രെഡ് മൗൾഡ് ഏതാ? ഫൈക്കോമൈസെറ്റ്സ്. ഇംപെർഫെക്റ്റ് ഫംഗസ് എന്താ? ഡ്യൂട്രോമൈസെറ്റ്സ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? മോറൽസ്. എ മാച്ചസ് ടു 3, ബി മാച്ചസ് ടു സ്മട്ട് അല്ലേ? ബസീഡിയോമൈസെറ്റ്സ് അല്ലേ? അല്ല, എ മാച്ചസ് ടു 2 ആണെന്ന് തോന്നുന്നു. എ മാച്ചസ് ടു 2, എ മാച്ചസ് ടു 2, ബി മാച്ചസ് ടു 3, സി മാച്ചസ് ടു റൈസോപ്പസ് ഫൈക്കോമൈസെറ്റ്സ്, ഡി മാച്ചസ് ടു 1 അല്ലേ? കറക്റ്റ് ആൻസർ ഏതാ വരിക? കുട്ടികൾ പറയൂ ഏതാണ് വരിക? ബി ആണ് വരിക അല്ലേ? ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ദേ നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ. സിആർ ജേക്കബ് ഡിസീസ് ഇൻ ഹ്യൂമൻസ് ഈസ് കോസ്ഡ് ബൈ. ആരാണ് സിആർ ജേക്കബ് ഡിസീസ്? മാഡ് കൗ ഡിസീസ്, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, മാഡ് കൗ ഡിസീസ്. അതിന്റെ വേരിയന്റ് ആണ് സിആർ ജേക്കബ് ഡിസീസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പ്രയോൺസ് ആണ് ഉണ്ടാക്കുക. പ്രയോൺസ് അല്ലേ എന്താ ഉണ്ടാക്കുക? പ്രയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ് ആണ്. അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഓൺലി പ്രോട്ടീൻസ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലേ? ഓൺലി പ്രോട്ടീൻസ്. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ഭാഗം നമ്മളിവിടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. മക്കളെ, നിങ്ങൾക്ക് ഇതിൽ സംശയങ്ങളൊന്നുമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുകയാണ് കേട്ടോ. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുകയാണ്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ? റെഡി ആണോ? റെഡി ആണെങ്കിൽ വേഗം ഒന്നൊരു ഫയർ ഒക്കെ ഇട്ടേ കമന്റ് ബോക്സിൽ. എന്നെ ഫയർ ഒക്കെ ഇട്ടിട്ട് ഒന്ന് കത്തിച്ച് ഞാനൊന്ന് കാണട്ടെ. ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണോ? നമ്മുടെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. യൂസ്ഫുൾ ആണോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവും. ഓക്കെ,
അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതേ നോക്കിക്കേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ചോയ്സ് ഓഫ് BT ടോക്സിൻ. ദ ചോയ്സ്, കത്തിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ദ ചോയ്സ് ഓഫ് BT ടോക്സിൻ ജീൻ ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. BT ടോക്സിൻ ജീനിന്റെ ചോയ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഒന്ന് പറഞ്ഞടാ. BT ടോക്സിൻ ജീൻ, BT ടോക്സിൻ ജീനിന്റെ ചോയ്സ് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെപ്പിഡോട്ടിറാൻസ്, ലെപ്പിഡോട്ടിറാൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉള്ളത്? ലെപ്പിഡോട്ടിറാൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലെപ്പിഡോട്ടിറാൻസിന്റെ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉള്ളത്? ടൊബാക്കോ ബഡ്വേം ഉണ്ട്, ടൊബാക്കോ ബഡ്വേം ഉണ്ട്, ആർമി വേം ഉണ്ട് അല്ലെ. ടൊബാക്കോ ബഡ്വേം ആൻഡ് ആർമി വേം ഉണ്ട്. അതുപോലെ നമ്മൾ കോളിയോട്ടിറാൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഏതൊക്കെയാ ഉള്ളത്? കോളിയോട്ടിറാൻസിൽ ഏതൊക്കെയാ ഉള്ളത്? ബീറ്റിൽസ് ഉണ്ട് അല്ലെ, ബീറ്റിൽസ് ഉണ്ട്. ഡൈറ്റിറാൻസിൽ ആരൊക്കെയാണ് ഉള്ളത്? ഡൈറ്റിറാൻസിൽ ആരൊക്കെയാണ് ഉള്ളത്? ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മൾ പറയുന്നുണ്ട് കൈ ഏതൊക്കെയാ? കൈ 1AC, കൈ 2AB. ഇത് രണ്ടും ഏതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കോട്ടൺ ബോൾവോംസിനാണ് അല്ലെ. അതുപോലെ കൈ 1AB ഏതിനാ യൂസ് ചെയ്യുന്നത്? കോൺ ബോററിനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ ടൈപ്പ് ഓഫ് ദി കോപ്പും നമ്മൾ നോക്കുന്നുണ്ട്, ടൈപ്പ് ഓഫ് ദി ടാർഗറ്റഡ് പെസ്റ്റും നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ദേ നോക്കിക്കേ, ഇവിടെ ബോത്ത് A and B, ബോത്ത് A and B എന്നുള്ള കറക്റ്റ് ആൻസർ നമുക്ക് എടുക്കാം അല്ലേ, അല്ലേ. ബോത്ത് A and B എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ഇൻ BT കോട്ടൺ ബൈൻഡ്സ് ടു ദ. ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ BT കോട്ടന്റെ BT കോട്ടണില് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ഇൻ BT കോട്ടൺ ബൈൻഡ്സ് ടു ദ. അപ്പൊ അത് എവിടെയാ ബൈൻഡ് ചെയ്യാന്നാ പറഞ്ഞേ? BT കോട്ടൺ അല്ലെങ്കിൽ സാധാരണ കോട്ടൺ പ്ലാന്റിനെ എവിടെയാണ് ബൈൻഡ് ചെയ്യുക? എവിടെയാണ് ബൈൻഡ് ചെയ്യുക? ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ഏതിലാണ് ബൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ? സർഫസ് ഓഫ് ദി മിഡ് ഗട്ട് എപ്പിത്തീലിയൽ സെൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സർഫസ് ഓഫ് ദി മിഡ് ഗട്ട് എപ്പിത്തീലിയൽ സെൽ. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോകാം. അത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോക്കണേ. ആർമി വേം, ആർമി വേം നമ്മളിപ്പോ പഠിച്ചതാ. ടൊബാക്കോ ബഡ് വേമും ആർമി വേമും ഏതിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്? ലെപ്പിഡോട്ടിറാൻസ്. അപ്പൊ ആർമി വേം മാച്ചസ് ടു ലെപ്പിഡോട്ടിറാൻ. ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോ ഏതിൽ വരുന്നതാണ്? ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോ. ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോ ഏതിൽ വരികയാണ്? ഒന്ന് പറഞ്ഞേ. ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോ ഡൈറ്റിറാൻസ്. ബീറ്റിൽസ് കോളിയോട്ടിറാൻസ്. ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോ അപ്പോ ഡൈറ്റിറാൻ. ടൊബാക്കോ ബഡ്വേം ലെപ്പിഡോട്ടിറാൻ അല്ലെ. ടൊബാക്കോ ബഡ്വേം ലെപ്പിഡോട്ടിറാൻ. അപ്പൊ ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? A matches to 2, B matches to 1, C matches to 3, D matches to 1, E matches to 2. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? ഒന്ന് പറഞ്ഞേ. D അല്ലേ? D ആണെന്ന് തോന്നുന്നു അല്ലെ. 2 1 3 1 2 D ആണ്. Okay, next question. The Chi 1AB and Chi 2AB and Chi 1AB produces toxin that control. Chi 2AB ഏതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ടോക്സിൻ ഉണ്ടാക്കുക? ഏതാണ്? Chi 2AB ഏതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ടോക്സിൻ ഉണ്ടാക്കുക? ഒന്ന് പറഞ്ഞേ. കോട്ടൺ ബോൾവോംസ്. ആൻഡ് Chi 1AB ഏതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്? കോൺ ബോൾ. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ. A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കളക്ഷൻ ഓഫ് എ ജനറ്റിക് ഡിഫക്റ്റ് ഇൻവോൾവ് ദ ഡെലിവറി ഓഫ് എ നോർമൽ ജീൻ into the individual embryo to which take over the function and compensate the normal functioning of the gene. അതായത് കളക്ഷൻ ഓഫ് എ ടെക്നിക് ദാറ്റ് ഇൻവോൾവ് ദ ഡെലിവറി ഓഫ് എ നോർമൽ ജീൻ ഇൻ പ്ലേസ് ഓഫ് ദി ഡിഫക്റ്റീവ് ജീൻ. ഡിഫക്റ്റീവ് ജീനിന്റെ പ്ലേസിൽ ഒരു നോർമൽ ജീൻ ഡെലിവർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുക? ജീൻ തെറാപ്പി എന്നാണ് പറയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ADA deficiency is caused due to ADA deficiency, adenosine deaminase എന്നുള്ള എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീൻ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അസുഖം ഉണ്ടാകുന്നത് അല്ലേ? അപ്പൊ ADA ഡെഫിഷ്യൻസി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഡിലീഷൻ മ്യൂട്ടേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? ഡിലീഷൻ മ്യൂട്ടേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരേണ്ടത് അല്ലെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മച്ചുറേഷൻ ഓഫ് പ്രോ ഇൻസുലിൻ ഇൻടു ഇൻസുലിൻ ടേക്ക് പ്ലേസ് ആഫ്റ്റർ. പ്രോ ഇൻസുലിനിൽ മച്ചുർ ഇൻസുലിൻ ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? നോക്കിക്കേ, ഇവിടെ നോക്കിയേ, ജോയിനിങ് ഓഫ് സി പെപ്റ്റൈഡ് ആണോ, റിമൂവൽ ഓഫ് സി പെപ്റ്റൈഡ് ആണോ, റിമൂവൽ ഓഫ് ഡൈസൾഫേറ്റ് ബ്രിഡ്ജ് ആണോ, അഡീഷൻ ഓഫ് ഡൈസൾഫേറ്റ് ബ്രിഡ്ജ് ആണോ? നിങ്ങൾക്ക് ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇമേജ് കാണാം. ആ ഇമേജിൽ പ്രോ ഇൻസുലിനും നിങ്ങൾക്ക് ഡൈസൾഫേറ്റ് ബ്രിഡ്ജുകൾ കാണാം, മച്ചുർ ഇൻസുലിനും നിങ്ങൾക്ക് ഡൈസൾഫേറ്റ് ബ്രിഡ്ജുകൾ കാണാം. പ്രോ ഇൻസുലിനുള്ള സി പോളിപെപ്റ്റൈഡ് മച്ചുർ ഇൻസുലിനിൽ കാണുന്നില്ല. അപ്പോൾ റിമൂവൽ ഓഫ് സി പോളിപെപ്റ്റൈഡ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരേണ്ടത്. റിമൂവൽ ഓഫ് സി പോളിപെപ്റ്റൈഡ് ആണ് വരേണ്ടത്. അപ്പോൾ ഇത് എവിടെയാണ് നടക്കാന്ന് വെച്ചാൽ നമ്മളുടെ പാൻക്രിയാസിലുള്ള ബീറ്റാ സെല്ലിലാണല്ലോ ഇൻസുലിൻ ഉണ്ടാകുക. പാൻക്രിയാസിലുള്ള ബീറ്റാ സെല്ലിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ, ആ സെല്ലിലെ റൈബോസോമില് ഉണ്ടാകുന്ന ഈ ഇൻസുലിന് നേരെ ഗോൾഗി അപ്പാരറ്റസിൽ ചെന്ന് കുറച്ച് മോഡിഫിക്കേഷൻ നടത്തും. അപ്പൊ ഈ ഗോൾഗി അപ്പാരറ്റസിൽ മോഡിഫിക്കേഷൻ നടത്തുന്ന സമയത്താണ് സി പോളിപെപ്റ്റൈഡ് ചെയിൻ റിമൂവ് ചെയ്ത് ആ ഡൈസൾഫൈഡ് ബ്രിഡ്ജുകളൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് മച്ചുർ ഇൻസുലിൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ടേം യൂസ്ഡ് ടു റെഫർ ദ യൂസ് ഓഫ് ബയോ റിസോഴ്സസ് by multinational company and other organization without proper authorization from the countries and people concerned and without compensatory payment is called. എന്താണ് ഇതിനെ പറയുന്ന പേര്? എന്താണ് ഈ പറയുന്ന പേര്? എന്താണ് ഇതിനെ പറയുന്ന പേര്? ബയോപൈറസി. ബയോപൈറസി. എന്താ ബയോപൈറസി എന്ന് പറയുന്നത്? ഒരു കൺട്രിയുടെ ടെക്നിക്ക്, അല്ലെങ്കിൽ അവിടെയുള്ള ഒരാൾ ഉണ്ടാക്കിയ ടെക്നിക്, അവരുടെ സർവോ സമ്മതമോ അവർക്ക് പൈസയോ കൊടുക്കാതെ വേറൊരാൾ അടിച്ചെടുത്ത് ഉപയോഗിക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് ബയോപൈറസി അല്ലെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മെനി ഡോക്യുമെന്റഡ് വെറൈറ്റീസ് ഓഫ് ബസുമതി റൈസ് ആർ ഗ്രോൺ ഇൻ ഇന്ത്യ? എത്ര ഡോക്യുമെന്റഡ് വെറൈറ്റീസ് ഓഫ് ബസുമതി റൈസ് ആണ് ഇന്ത്യയിൽ ഗ്രോ ചെയ്യുന്നത്? നമ്മൾ കൃത്യമായിട്ടുള്ള ആൻസർ നമുക്കറിയാം. 27 ഡോക്യുമെന്റഡ് വെറൈറ്റീസ് ഓഫ് ബസുമതി റൈസ് ഉണ്ട് അല്ലെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് PCR? PCR-ന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരാത്തത്, PCR-ന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരാത്തത് എന്താണ്? ഡിലീഷൻ ഓഫ് എ വെരി ലോ കോൺസെൻട്രേഷൻ ഓഫ് ബാക്ടീരിയ, ഡിറ്റക്ഷൻ ഓഫ് എ വെരി ലോ കോൺസെൻട്രേഷൻ ഓഫ് ബാക്ടീരിയ ഓർ വൈറസ്, detection of mutations in gene in suspected cancer patient, amplification of desired DNA segment, detection of antibody synthesized against the pathogen. ഏതാണ്? എ ആണ് അല്ലേ? കാരണം ഈ ടെക്നിക്കിന് നമ്മൾ എന്താ പറയുക? എലീസ എന്നാണ് പറയുക, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്കുക. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ഡിസീസ് കോസിംഗ് നെമറ്റോഡ് ദാറ്റ് കോസസ് എ ഗ്രേറ്റ് റിഡക്ഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ടൊബാക്കോ പ്ലാന്റ്. ടൊബാക്കോ പ്ലാന്റിന് ഗ്രേറ്റ് റിഡക്ഷൻ ഉണ്ടാക്കുന്ന, ഈൽഡിന് ഒരുപാട് കുറവുണ്ടാക്കുന്ന ഒരു നെമറ്റോഡ് കോസ് ചെയ്യുന്ന അസുഖമാണിത്. ഇതിന് നമ്മൾ റൂട്ട് നോട്ട് ഡിസീസ് എന്നാണ് പറയുക അല്ലെ? റൂട്ട് നോട്ട് ഡിസീസ് ആരാണ് ഉണ്ടാക്കുക? ഇത് വളരെ ചെറുതായിട്ടാണ് കാണുക, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇപ്പൊ കാണുന്നുണ്ടാകും. ഒന്ന് പറഞ്ഞേ, റൂട്ട് നോട്ട് ഡിസീസ് ആരാണ് ഉണ്ടാക്കുക? മെലോയിഡിക് ഗൈൻ ഇൻകോഗ്നിഷ്യ. ആരാണ് ഉണ്ടാക്കുക? മെലോയിഡിക് ഗൈൻ ഇൻകോഗ്നിഷ്യ അല്ലെ? മെലോയിഡിക് ഗൈൻ ഇൻകോഗ്നിഷ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. In 1983, Eli Lilly, an American company, prepared 2 DNA sequences corresponding to A and B chains of human insulin and introduced them in the plasmid of E. coli. E. coli in the plasmidilekku introduce ചെയ്തു. And chains of A and B were produced separately, extracted and combined by creating disulfide bond എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? E. coli and disulfide bond എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. E. coli and disulfide bond. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മോളിക്കുലർ പ്രോബ്. പ്രോബിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്തൊക്കെയാണ്? വെരി ലോങ് മോളിക്യൂൾ ആണോ? അല്ല, അതൊരു ഷോർട്ട്
മോളിക്യൂൾ ആണ്. ഡബിൾ സ്ട്രാൻഡഡ് ആണോ? അല്ല. സിംഗിൾ സ്ട്രാൻഡഡ് DNA or RNA tagged with a radioactive molecule ആണ് probe. So DNA or RNA complementary to the part of desired gene എന്നുള്ളത് രണ്ടും കറക്റ്റ് ആണ്. സോ ബോത്ത് 3 and 4 ഓപ്ഷൻ കറക്റ്റ് ആണ് കേട്ടോ. 3 and 4 ഓപ്ഷൻ ആണ് കറക്റ്റ്. സോ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോബ് യൂസ്ഡ് ഇൻ മോളിക്കുലാർ ഡയഗ്നോസിസ് ഓഫ് ദ ഡിസീസ് ക്യാൻ ബി. മോളിക്കുലാർ ഡയഗ്നോസിസിന് നമ്മൾ മോളിക്കുലാർ ഡയഗ്നോസിസിൽ ഉപയോഗിക്കുന്ന പ്രോബ് ആരൊക്കെയാകാം എന്നാണ് ചോദ്യം. നോക്കിക്കേ, സിംഗിൾ സ്ട്രാൻഡോ ഡബിൾ സ്ട്രാൻഡഡ് DNA മോളിക്യൂൾ ആണോ? അല്ല. സിംഗിൾ സ്ട്രാൻഡോ ഡബിൾ സ്ട്രാൻഡഡ് RNA മോളിക്യൂൾ ആണോ? അല്ല. സിംഗിൾ സ്ട്രാൻഡഡ് DNA or RNA മോളിക്യൂൾ ടാഗ്ഡ് വിത്ത് എ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ എന്നുള്ളതല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ സി ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സി അല്ലേ കറക്റ്റ്? ഓക്കെ, അടുത്തത് ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിക്കേ. അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷൻസ് നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഒരു ട്യൂമർ ഇൻഡ്യൂസിംഗ് പ്ലാസ്മിഡ് ഉണ്ട് അല്ലെ. അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷൻസ് മാച്ചസ് ടു ട്യൂമർ ഇൻഡ്യൂസിംഗ് പ്ലാസ്മിഡ്. ബാസില്ലസ് തുറിഞ്ചിയൻസിസ് കൈജീൻ. Meloidigine incognitia, root of the tobacco plant. Gene therapy, ADA. Adenosine deaminase. So A matches to 4, B matches to 3, C matches to 1, D matches to 2. അല്ലേ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ നോക്കിക്കേ. A matches to 4, B matches to 3, C matches to 1, D matches to 2. അല്ലേ? C ആണ്. ഗോൾഡൻ റൈസ് വിൽ ഹെൽപ്പ് ഇൻ. ഗോൾഡൻ റൈസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? നമ്മളിപ്പോൾ തീരും, ഒരു 4-5 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഗോൾഡൻ റൈസ് വിൽ ഹെൽപ്പ് ഇൻ. ഗോൾഡൻ റൈസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? ഗോൾഡൻ റൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ബീറ്റാ കരോട്ടിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബീറ്റാ കരോട്ടിൻ ജീൻ എന്തിനുണ്ടാക്കും? ബീറ്റാ കരോട്ടിൻ ഉണ്ടാക്കും. അത് പ്രീകേഴ്സർ ഓഫ് വിറ്റമിൻ എ ആണ്. അപ്പൊ വിറ്റമിൻ എ ഉണ്ടാക്കുന്ന ഒരു റൈസ് ആണ്, വിറ്റമിൻ എ കൂടുതലുള്ള ഒരു റൈസ് ആണ് ആരാ? ഗോൾഡൻ റൈസ്. അപ്പൊ ഗോൾഡൻ റൈസ് എന്തിനാ? വിറ്റമിൻ എ വിറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനാണ്. അപ്പൊ ഇവിടെ ഏതാ കറക്റ്റ് ആയിട്ട് ആൻസർ വരിക? അലീവിയേഷൻ ഓഫ് ദി വിറ്റമിൻ എ ഡെഫിഷ്യൻസി. വിറ്റമിൻ എ ഡെഫിഷ്യൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഗോൾഡൻ റൈസ്. Silencing of mRNA or RNA interference. Silencing of mRNA or RNA interference has been used in development of plant resistant to nematode. ആ നെമറ്റോഡിന്റെ പേര് മെലോയിഡിഗൈൻ ഇൻകോഗ്നിഷ്യ. അതിന് നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്കാണ് mRNA സൈലൻസിങ്. അല്ലെങ്കിൽ RNA ഇന്റർഫിയറൻസ്, RNAi. അതെന്താ നമ്മൾ ചെയ്യുന്നേ? സൈലൻസിങ് ഓഫ് mRNA ബൈ യൂസിങ് എ കോംപ്ലിമെന്ററി ഡബിൾ സ്ട്രാൻഡഡ് RNA അല്ലേ? Next question. The problem of blindness in poor countries can be overcome by using എന്ന് ചോദിച്ചാലും നിങ്ങൾ ഏത് എഴുതണം? ഗോൾഡൻ റൈസ് തന്നെ എഴുതണം. What triggers the activation of protoxin to active toxin of Bacillus thuringiensis in bollworm? ബോൾവേമിൽ നമുക്കറിയാം ബാസിലസ് തുറിഞ്ചെൻസിസിൽ ഈ ജീൻ ഉണ്ടാക്കുന്ന ഇത് ഇനാക്റ്റീവ് ആണ്. പക്ഷെ അത് എപ്പോഴും ആക്ടിവേറ്റ് ആകുന്നത് എപ്പോഴാണ്? ഏതാണ്? പോട്ടോക്സിൻ എപ്പോഴാണ് ആക്ടിവേറ്റ് ആകുക? ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് എപ്പോഴാണ് ആകുക? എപ്പോഴാണ് ആൽക്കലൈൻ pH ഓഫ് ദി ഗട്ടിലാണ് അല്ലെ? ആൽക്കലൈൻ pH ഓഫ് ദി ഗട്ടിലാണ്. ആൽക്കലൈൻ pH ഓഫ് ദി ഗട്ട്. അടുത്തത് The protein alpha-1 antitrypsin എന്തിനാണ് ട്രീറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ആൽഫ-1 ആന്റിട്രിപ്സിൻ എന്തിനെ ട്രീറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുക? എംഫിസിമയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. എംഫിസിമയെ ട്രീറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ് കേട്ടോ. അവസാനത്തെ ഭാഗമാണ് ട്രാൻസ്ജനിക് പ്ലാന്റ്സ് ആർ ദ പ്ലാന്റ്സ് ഹാവിംഗ്. നോക്കിക്കേ, നോ ജീൻ ആണോ? ജീൻസ് ഇൻ ട്രാൻസ്പൊസിഷൻ ആണോ? ജീൻസ് ഹാവ് നോ ഫങ്ഷൻ ടു പെർഫോം ആണോ? ജീൻസ് ഓഫ് അതർ ഓർഗാനിസം ആണോ? വേറൊരു ഓർഗാനിസത്തിന്റെ ജീൻസ് ഉള്ളവരെയാണ് നമ്മൾ എന്ത് പറയാടാ? ട്രാൻസ്ജനിക് പ്ലാന്റ്സ് എന്ന് പറയാം. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ? ജീൻസ് ഓഫ് അതർ ഓർഗാനിസം എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബോൾവേം അറ്റാക്ക്. ബോൾവേം ഏതിനെയാണ് അറ്റാക്ക് ചെയ്യുക? ബോൾവേം ഏതിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? ബോൾവേം ഏതിനെയാണ് അറ്റാക്ക് ചെയ്യുക? ബോൾവേം
ആരെയാണ് അറ്റാക്ക് ചെയ്യുക? കോട്ടൺ പ്ലാന്റിനെയാണ്. കോട്ടൺ ബോൾവോംസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? കോട്ടൺ പ്ലാന്റിനെയാണ് അറ്റാക്ക് ചെയ്യുക. ഓക്കെ, സോ മൈ കിഡ്സ്, ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ എല്ലാവരും ഫുൾ കോൺഫിഡൻസോടെ പോയിട്ട് എക്സാം എഴുതണം. നിങ്ങളൊക്കെ ഈ അവസാനത്തെ ദിവസവും കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഫുൾ കോൺഫിഡൻസോടെ പോയിട്ട് എക്സാം എഴുതുക കേട്ടോ മക്കളെ. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും മെസ്സേജ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. Hi students, welcome to the Biology Mega Marathon conducted by the Xylem. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഈ മെഗാ മാരത്തോണിലേക്ക്, ബയോളജിയുടെ മെഗാ മാരത്തോണിലേക്ക് സ്വാഗതം. നിങ്ങൾ നാളെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാളെ എല്ലാവരും ഉഷാറായിട്ട് പരീക്ഷ എഴുതുക. അതിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ബയോളജിയുടെ കേസിൽ ഇന്ന് ചെയ്യുക. ഓക്കെ, കൂടുതൽ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് മക്കളെ നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്ന 2 ചാപ്റ്റർ ആണ്. ഓക്കെ, സോ വി ക്യാൻ ഗോ ഫോർ ദ ഫസ്റ്റ് വൺ, ബയോഡൈവേഴ്സിറ്റി. ഹ്യൂമൻ ഹെൽത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഇൻക്ലൂഡ് ഓൺലി ബാക്ടീരിയൽ ഡിസീസസ്. അപ്പൊ ബാക്ടീരിയൽ ഡിസീസസ്, വൈറൽ ഡിസീസ്, അതുപോലെ പ്രോട്ടോസോവൽ ഡിസീസ് ആൻഡ് ഫംഗൽ ഡിസീസ് എന്ന് പറഞ്ഞ് നമ്മൾ പല കാറ്റഗറി ആയിട്ട് നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ബാക്ടീരിയൽ ഡിസീസ് എന്നാണ് ചോദ്യം. ഓക്കെ, ടെറ്റനസ് ഉണ്ട്, ട്യൂബർക്ലോസിസ് ഉണ്ട്, മിസൽസ് ഉണ്ട്. അപ്പൊ എന്താ നോക്കൂ, ഈ ടെറ്റനസ് എന്ന് പറയുന്നത് ടെറ്റനസ് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്, ട്യൂബർക്ലോസിസ് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. പക്ഷെ മിസൽസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസ് അല്ല, വൈറൽ ഡിസീസ് ആണ്. ഓപ്ഷൻ 2, ഡിഫ്തീരിയ, ലെപ്രസി ആൻഡ് പ്ലാഗ് അല്ലെ. ഡിഫ്തീരിയ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്, ലെപ്രസി ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്, പ്ലാഗ് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ ശരിയാണ്. കോളറ, ടൈഫോയിഡ്, മംസ്. അതിൽ മംസ് എന്ന് പറയുന്നത് എന്തല്ല, മംസ് എന്ന് പറയുന്ന ഒരു വൈറൽ ഡിസീസ് ആണ്. മലേറിയ, മംസ്, പോളിയോ മൈലൈറ്റിസ്. മംസും പോളിയോ മൈലൈറ്റിസും എന്ത് തന്നെയാണ്, വൈറൽ ഡിസീസ് ആയതുകൊണ്ട് ഏത് ഓപ്ഷനിലാണ് നമുക്ക് പോകാൻ പറ്റുക? വി ക്യാൻ ഗോ ഫോർ ദ ഓപ്ഷൻ. ഏത് ഓപ്ഷനിൽ വരും? വി ക്യാൻ ഗോ ഓപ്ഷൻ 2 അല്ലെ. അതായത് ഡിഫ്തീരിയ കോസ്ഡ് ബൈ കൊറിന ബാക്ടീരിയം ഡിഫ്തീരിയ, ലെപ്രസി ഈസ് കോസ്ഡ് മൈക്കോബാക്ടീരിയം ലെപ്രെ ആൻഡ് പ്ലാഗ് യെർസിഡിയ പെസ്റ്റേസ്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 2, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത് നോക്കൂ, മലേറിയൽ പാരസൈറ്റ് റിക്വയർ 2 hosts, human and mosquito, to complete the life cycle. ശരിയല്ലേ മക്കളെ? മലേറിയൽ പാരസൈറ്റ് പ്ലാസ്മോഡിയം വൈവാക്സ് അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 ഹോസ്റ്റിലാണ്. അത് പഠിക്കണം. പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് മൊസ്കിറ്റോ ആണ്, സെക്കൻഡറി ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആണ്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ശരിയാണ്. ഓക്കെ, ഇത് ശരിയാണ്. Hemozoin is a toxic substance produced by rupturing of the liver cells during malarial infection. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹീമോസോയിൻ. പക്ഷെ ഹീമോസോയിൻ എന്ന് പറയുന്നത് എന്തല്ല, റപ്ചർ ഓഫ് ദ ലിവർ സെൽ അല്ല, റപ്ചർ ഓഫ് ദ RBC ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ 2 വരില്ലേ? എന്താണ് ഓപ്ഷൻ 2 വരിക? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. എന്താണ് തെറ്റെന്ന് മനസ്സിലായല്ലോ? റപ്ചറിംഗ് ഓഫ് ദ RBC എന്ന് വേണം. Then next question, the pathogen Microsporum responsible for ringworm disease in human belong to the same kingdom of that. അതായത് നിങ്ങൾക്കറിയാം മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോൺ, എപ്പിഡെർമോഫൈറ്റോൺ എന്ന് പറയുന്ന 3 ഫംഗസുകളാണ്, ഫംഗലായിട്ട് വരുന്ന പാത്തോജൻ ആണ്. ആ ഫംഗസിൽ വരുന്ന അതേ കിങ്ഡത്തിൽ വരുന്ന മറ്റൊരു പാത്തോജൻ ഏതാണ്, അല്ലെങ്കിൽ മറ്റൊരു ഓർഗാനിസം ഏതാണെന്ന് ചോദ്യം. ടീനിയ ടൈപ്പ് വോം അത് ഫംഗസ് അല്ല. അസ്കാരിസ് റൗണ്ട് വോം അത് ഫംഗസ് അല്ല. അപ്പൊ ഇതൊന്നും ഫംഗസ് അല്ല. വുചേറിയ ഫൈലറിവോമും അല്ല. പക്ഷേ റൈസോപ്പസ് മോൾഡ് എന്നുള്ള ഉത്തരം ശരിയാണ്, ഫംഗസ് ആണ് റൈസോപ്പസ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 is the right answer for question number 3. Now match the column with the column
1 and 2 ട്ടോ. കാരണം ഇത് പരമാവധി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കിട്ടുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് വലിയ ക്വസ്റ്റ്യൻ വന്നത്. അതുകൊണ്ട് ഞാൻ സ്പീഡപ്പ് ചെയ്യുന്ന ഒന്നും വിചാരിക്കരുത് നിങ്ങൾ. ഓക്കെ, എന്താണ് വരുന്നത്? ABCD തന്നിട്ടുണ്ട്, 1 2 3 ഇപ്പുറത്തും ഉണ്ട്. നോക്കാം. സ്പോറോസോയിഡ്സ് എന്താ വരിക? വാട്ട് യു മീൻ ബൈ സ്പോറോസോയിഡ്? സ്പോറോസോയിഡ്സ് ആർ ദ ഇൻഫെഷ്യസ് ഫോം ഓഫ് പ്ലാസ്മോഡിയം വൈവാക്സ്, അല്ലെങ്കിൽ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ആ ഒരു മലേറിയൽ പാരസൈറ്റിന്റെ ഇൻഫെഷ്യസ് ഫോമിന്റെ പേരാണ് സ്പോറോസോയിഡ്. ഇവിടെ നിങ്ങൾ സ്പോറോസോയിറ്റും അതേപോലെ തന്നെ നിങ്ങൾ ഇഹിമോസോയിഡും ഇതിൽ ഓർമ്മിച്ച് വെക്കണം. Then filariasis is caused by Wucheria bancrofti, filarial worm എന്ന് നിങ്ങൾക്കറിയാം. ടൈഫോയിഡ് ഈസ് ഐഡന്റിഫൈഡ് ബൈ വൈഡാൽ ടെസ്റ്റ്, ഈസ് എ കൺഫർമേറ്ററി ടെസ്റ്റ് എന്നറിയാം. പിന്നെ ചിക്കൻ ഗുനിയ ഈസ് കോസ്ഡ് ബൈ ഈഡിസ് മൊസ്കിറ്റോ, ഈഡിസ് ഈജിപ്തി. അപ്പോ A is equal to 1, B is equal to 3, C is equal to 4 and D is equal to 2 എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആണ് അടുത്തതിന്റെ ആൻസർ. ഓക്കെ, then the lymphoid tissue located within the lining of the digestive tract is spleen, Peyer's patches, lymph node, tonsils ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് Peyer's patches of the intestine, Peyer's patches of the intestine. അതുപോലെ നിങ്ങൾക്ക് ഈ മാൾട്ട് എന്ന് പറയുന്ന അതൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എത്ര പെർസെന്റേജ് ഉണ്ടെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടോട്ടൽ ലിംഫോയിഡ് ടിഷ്യൂവിന്റെ ഏകദേശം 50% മാൾട്ട്, മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്നുള്ള കാര്യം കൂടെ ഇതിൽ മനസ്സിലാക്കുക. സോ Peyer's patches of the intestine എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. Then അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമറി റെസ്പോൺസ് പ്രൊഡ്യൂസ് ഡ്യൂ ടു the first time encounter with a pathogen. മക്കളെ മനസ്സിലാക്കുക, വാട്ട് ഈസ് പ്രൈമറി റെസ്പോൺസ്, വാട്ട് ഈസ് സെക്കൻഡറി റെസ്പോൺസ്. അതായത് ഒരു പാത്തജനുമായി ആദ്യം ഉണ്ടാവുന്ന എൻകൗണ്ടറിനെയാണ് പ്രൈമറി എന്ന് പറയുക. ആ പാത്തജന്റെ പ്രശ്നം എന്താണെന്ന് ബോഡിക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. എന്നാൽ അതേ പാത്തജൻ തന്നെ വീണ്ടും വരുന്ന സമയത്താണ് സെക്കൻഡറി റെസ്പോൺസ് വരുന്നത്. അപ്പൊ ഇയാളുടെ പ്രശ്നം നമുക്ക് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മുടെ മെമ്മറിയിൽ അത് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ പ്രൈമറി റെസ്പോൺസ് ഓഫ് ലോ ഇന്റൻസിറ്റി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് അതേപോലെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആൻ ആന്റിബോഡി കൺസിസ്റ്റ് ഓഫ്, ഒരു ആന്റിബോഡിയുടെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ആന്റിബോഡി വൈ ഷേപ്ഡ് സ്ട്രക്ചർ ആണെന്നും അതിനകത്ത് ഇങ്ങനെ കാണാം. അതായത് എന്തൊക്കെയുള്ളത്? വൈ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. അതിനകത്ത് കാണുന്നത് 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനുമാണ്. സോ 2 ലൈറ്റ് പെപ്റ്റൈഡ് ചെയിൻ ആൻഡ് 2 ഹെവി പെപ്റ്റൈഡ് ചെയിൻ എന്നുള്ള ഉത്തരമാണ് ഇവിടെ വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എവിടെയാണ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് കാണുന്നത് എന്നൊരു ചോദ്യം കൂടെ ചോദിക്കാം. അതിന് ഉത്തരം ഒരു ഹെവി ചെയിനും ഒരു ലൈറ്റ് ചെയിനും ഇടയ്ക്കാണ്. ബിറ്റ്വീൻ 1 ഹെവി ചെയിൻ ആൻഡ് 1 ലൈറ്റ് ചെയിൻ എന്നുള്ള ഒരു ഉത്തരം കൂടെ നിങ്ങൾക്ക്, ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് 2 ലൈറ്റ് ചെയിൻ 2 ഹെവി ചെയിൻ, H2L2 is the formula. Now, which of the next question? Which of the given statement are correct? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ് ദാറ്റ് ഈസ് പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അതായത് നാച്ചുറൽ ആണ്. ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അറ്റ് ദ ടൈം ഓഫ് ബർത്ത് എന്നൊക്കെ ശരിയാ, പക്ഷെ അതെന്തല്ല, സ്പെസിഫിക് ടൈപ്പ് അല്ല, നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. ഏത് രോഗങ്ങളെയും ഒന്നിച്ചത് പ്രതിരോധിക്കും. എന്നാൽ നിങ്ങൾ ഇപ്പൊ പല ആൾക്കാരും കൊറോണ വാക്സിൻ ചെയ്തിട്ടുണ്ടാവും. ഈ കൊറോണ വാക്സിൻ ചെയ്ത സമയത്ത് എന്താ, നിങ്ങൾക്ക് കൊറോണയെ മാത്രമാണ് പ്രതിരോധിക്കുന്നത്, അതാണ് സ്പെസിഫിക് എന്ന് പറയുക. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ശരീരം എല്ലാ രോഗങ്ങളെയും ഒരു പരിധി വരെ പ്രതികരിക്കുന്നത്, അതായത് നമ്മളെ പ്രതിരോധിക്കുന്നത് ഈ പറഞ്ഞ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്. അപ്പൊ അത് തെറ്റാണ്. അടുത്തത്, മാലിഗ്നന്റ് മലേറിയ ഈസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം. നിങ്ങൾക്കറിയാം, ഇറ്റ് ഇസ് എ കറക്റ്റ് വൺ അല്ലേ? യെസ്, വെരി ഗുഡ്. സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ നോക്കാത്ത മെസ്സേജ് അധികം നോക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. മക്കളൊന്നും വിചാരിക്കരുത്. ഐ അപ്രീഷിയേറ്റ് യു. ഒരുപാട് ആൾക്കാർ കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. മാലിഗ്നന്റ് മലേറിയ ഇസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം. സെറിബ്രൽ മലേറിയ, മാലിഗ്നന്റ് മലേറിയ എന്ന് പറയുന്നത് ഡേഞ്ചറസ് മലേറിയ കോസ്ഡ് ബൈ ഫാൽസിപ്പാറം. മലേറിയ കുഡ് ബി കൺഫേംഡ് ബൈ വൈഡാൽ ടെസ്റ്റ്. നിങ്ങൾക്കറിയാം ഇത് തെറ്റാന്നുള്ളത് അല്ലേ? ടൈഫോയിഡ് ക്യാൻ ബി കൺഫേംഡ് ബൈ വൈഡാൽ ടെസ്റ്റ് ആണ്, മലേറിയ അല്ല.
ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി സ്ലോ ആൻഡ് ടേക്ക് ടൈം ടു ഗിവ് ഫുൾ എഫക്റ്റീവ് റെസ്പോൺസ്. അതുകൊണ്ടല്ലേ കൊറോണ വാക്സിൻ ചെയ്തതിന് ശേഷവും കുറെ കാലത്തേക്ക് മാസ്ക് ഉപയോഗിക്കണം എന്ന് പറയുന്നത്? കാരണം എന്താ, അതിന് സമയമെടുക്കും, പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് ശരിയാണ്. സലൈവ ഇൻ ദ മൗത്ത് ആക്ട് ആസ് എ ഫിസിയോളജിക്കൽ ബാരിയർ. മക്കളെ പഠിക്കുക, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ 4 ബാരിയേഴ്സിന് ബേസ് കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. പഠിക്കുക. ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, സൈറ്റോകാൻ ബാരിയർ, പ്രത്യേകിച്ച് ആ സൈറ്റോക്കലിലെ ഇന്റർഫെറോൺ. ഓക്കെ, സോ ദ ആൻസർ ഇതും ശരിയാണ്. അപ്പൊ ഇതിലെ ചോദിച്ചിരിക്കുന്നത് ആർ കറക്റ്റ് എന്നാണ്. ഏതൊക്കെ ശരിയാണ്? 2 ശരിയാണ്, 4 ശരിയാണ്, 5 ശരിയാണ്. സോ ദ ആൻസർ ഈസ് 1. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് ആൾക്കാർ ഉത്തരം കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇമ്മ്യൂൺ സിസ്റ്റം കമ്പോണന്റ് does not correctly match with his respective role? Compare it. തെറ്റാണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, എന്താ നോക്കാം. ഇന്റർഫെറോൺ secreted by virus infected cell and protect non-infected cell from further viral infection. അതായത് ഒരു വൈറസ് ഇൻഫെക്റ്റഡ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുകയും തുടർന്നുള്ള വൈറൽ ഇൻഫെക്ഷനെ തടയുകയും ചെയ്യുന്ന ആ കെമിക്കലിന്റെ പേരാണ് ഇന്റർഫെറോൺ എന്നുള്ളത് ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. അപ്പൊ ആ ഉത്തരമല്ല. ഓക്കെ, ഓക്കെ. അടുത്തത്, ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ആന്റിബോഡി ഇൻ റെസ്പോൺസ് ടു പാത്തോജൻ ഇൻ ടു ബ്ലഡ് ടു ഫൈറ്റ് വിത്ത് ദം. കറക്റ്റ് അല്ലേ? ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ആന്റിബോഡി. T lymphocytes, a group of T lymphocytes called helper T lymphocytes, which help the B lymphocytes to produce it. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ശരിയാണ്. ഓക്കെ. Then next one, macrophages mucus secreting cells allalo, adu tettana. IgA is very important. IgA is an immunoglobulin antibody present in colostrum. 5 antibody base it padikkanam ningal. IgG placentale കാണുന്നു, IgA കൊളസ്ട്രത്തിൽ കാണുന്നു, അതുപോലെ IgE അലർജിക്ക് കാരണമാവുന്നു എന്നുള്ളത് പഠിക്കുക. ഓക്കെ, ഇതും ശരിയാണ്. അപ്പൊ ഇതിൽ ഏതാ മാച്ച് ചെയ്യാത്തത്? ഓപ്ഷൻ 3 is the right answer for this question. Okay, good, very good, very good, very good. Then injection of antitoxin in tetanus confirms which type of immunization? ഏത് ടൈപ്പ് ഇമ്മ്യൂണൈസേഷൻ ആണ് എന്ത് വരുന്നത്? ആന്റിടോക്സിൻ ഇൻ ടെറ്റനസ്. ടെറ്റനസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇഞ്ചക്ഷൻ ഏതിൽ വരും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷനും പാസീവും. അതിൽ ഏതാണ് വരിക? ദിസ് ഈസ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ. കാരണം ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലേക്ക് ആന്റിജനെ കൊടുത്ത് ശരീരത്തിനെ കൊണ്ട് ആന്റിബോഡി ഉണ്ടാക്കുകയാണ്. പാസീവ് എന്ന് പറഞ്ഞാൽ അതിന് സമയമില്ലാതിരിക്കുമ്പോഴോ അതിന് കഴിവില്ലാതിരിക്കുമ്പോഴോ എന്ത് ചെയ്യുന്നു? റെഡിമെയ്ഡ് പ്രീഫോംഡ് ആന്റിബോഡീസ് ആർ ഗിവൺ. അപ്പൊ അതിൽ പഠിക്കണം നാച്ചുറൽ ആക്റ്റീവിന് എക്സാമ്പിൾ ഏത്? നാച്ചുറൽ എൻട്രി ഓഫ് പാത്തോജൻ. ആർട്ടിഫിഷ്യൽ ആക്റ്റീവിന് എക്സാമ്പിൾ ഏത്? അതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നാച്ചുറൽ ആക്റ്റീവും ആർട്ടിഫിഷ്യൽ ആക്റ്റീവിന് എക്സാമ്പിൾ ആണ് വാക്സിനേഷൻ. നാച്ചുറൽ പാസീവിന് എക്സാമ്പിൾ ആണ് IgG ത്രൂ പ്ലാസന്റ, IgA ത്രൂ കൊളസ്ട്രം. അതുപോലെ ആർട്ടിഫിഷ്യൽ പാസീവിന് എക്സാമ്പിൾ ആണ് എന്ത്? ആർട്ടിഫിഷ്യൽ പാസീവിന് എക്സാമ്പിൾ ആണ് ആന്റിവെനം അഗെയിൻസ്റ്റ് സ്നേക്ക് വെനം. അതേപോലെ തന്നെ ATS ആന്റി ടെറ്റനസ് സിറം. ഓക്കെ, സോ ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഈസ്. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ശരീരത്തിന് സെൽഫ് ആന്റിജനെയും നമ്മളെ ശരീരത്തിലുള്ളതും പുറത്തുള്ള ആന്റിജനെയും കണ്ടുപിടിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എബിലിറ്റി ടു ഐഡന്റിഫൈ സെൽഫ് ആൻഡ് നോൺ സെൽഫ് ആന്റിജൻ. അത് എപ്പോഴാണോ ഒരാൾക്ക് നഷ്ടപ്പെടുന്നത് ആ അവസ്ഥയുടെ പേരാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. നിങ്ങളെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഏതാ? ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസും മയാസ്തീനിയ ഗ്രാവിസും ടൈപ്പ് 1 ഡയബറ്റീസും പെർനീഷ്യസ് അനീമിയയും എല്ലാം എന്തിൽ വരും? ഈ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ വരും. നിങ്ങളെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ബോത്ത് 2 and 3 is the right answer for question number. ഓക്കെ, സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആണ് എന്ന് പറയുന്നത്. SSCID നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബോട്ടണിയിൽ. അത് ഒരു ജനറ്റിക് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, the drug used to quickly reduce the symptom of allergy
അലർജി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ്? ആന്റി ഹിസ്റ്റമിൻ ആൻഡ് അഡ്രിനാലിൻ, ഹിസ്റ്റമിൻ ആൻഡ് തൈറോക്സിൻ, adrenaline and alpha interferon, all of this. Alle, you know answer very well. You know the answer. This antihistamine and adrenaline. പ്രധാനമായി നമ്മൾ 3 മരുന്നുകളാണ് ഉപയോഗിക്കുക. ഒന്ന്, you know, allergy is due to അലർജി എന്തുകൊണ്ടാവുന്നത്? ഹിസ്റ്റമിൻ കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആന്റി ഹിസ്റ്റമിൻ, ഹിസ്റ്റമിൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ. പിന്നെ അഡ്രിനാലിൻ ഇൻ സിവിയർ കേസസ്, അതുപോലെ തന്നെ സ്റ്റിറോയിഡ്, ഇത് 3ആണ് ഉപയോഗിക്കുക. ദെൻ ഹിസ്റ്റമിൻ ഈസ് ഓക്കെ, തൈറോക്സിൻ നമ്മൾ യൂസ് ചെയ്യാറില്ല. ആൽഫ ഇന്റർഫ്രോൺ നമ്മൾ ക്യാൻസർ തെറാപ്പി ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെ വൈറൽ ഇൻഫെക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഓൾ ഓഫ് ദിസും അല്ല. സോ ദിസ് ക്വസ്റ്റ്യൻ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Then next one is a question from AIDS. AIDS is characterized by, AIDS എന്തിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നു എന്നാണ് ചോദ്യം, അല്ലെ? എയ്ഡ്സിൽ എന്താണ് അതിന്റെ ഒരു ക്യാരക്ടറൈസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലക്ഷണം എന്താണ്, അല്ലെ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ്. ഡിക്രീസ് നമ്പർ ഓഫ് കില്ലർ T സെൽ ആണോ, ഡിക്രീസ് നമ്പർ ഓഫ് സപ്രസർ T സെൽ ആണോ, ഡിക്രീസ് നമ്പർ ഓഫ് ഹെൽപ്പർ T സെൽ ആണോ, ഇൻക്രീസ് നമ്പർ ഓഫ് ഹെൽപ്പർ T സെൽ ആണോ? യെസ്, വെരി ഗുഡ്, 3 is the right answer. കാരണം പല ടൈപ്പ് T സെൽസ് ഉണ്ട്, അതിലൊരു വിഭാഗം T സെൽസ് ആണ് TH എന്ന പേരിൽ അറിയപ്പെടുന്ന എന്താണ്, ഹെൽപ്പർ T സെൽസ്. അതിന്റെ പേര് കേട്ടാൽ തന്നെ അറിയാം എന്താ, ഇറ്റ് ഹെൽപ്പ് ദ B സെൽസ് ടു പ്രൊഡ്യൂസ് ആന്റിബോഡി. B സെൽസ് ആണ് ആന്റിബോഡി B ലിംഫോസൈറ്റ്സ് ആണ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ സഹായിക്കുന്ന ഒരു വിഭാഗമാണ് ഹെൽപ്പർ T സെൽ എന്ന് പറയുന്നത്. അതിനെയാണ് പ്രത്യേകിച്ച് ഇത് പഠിക്കുക, മാക്രോഫേജസിനെയും അതുപോലെ ഹെൽപ്പർ T സെല്ലിനെയുമാണ് ഇത് ബാധിക്കുന്നത്. മാക്രോഫേജസ് ആൻഡ് ഹെൽപ്പർ T സെൽ. മാക്രോഫേജസ് ഈസ് നോൺ ആസ് ദ വൈറൽ ഫാക്ടറി, HIV ഫാക്ടറി. ഓക്കെ, question number next one, which is the given statement not correct regarding cancer? Another question. നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ ഹ്യൂമൻ ഹെൽത്തിൽ എല്ലാ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റൻ ആണ് വരുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് എന്തൊക്കെയാ. അതായത് which of the given statement is correct regarding cancer? Cancer causing viruses have genes called viral oncogene. ശരിയല്ലേ? വൈറസ്, ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസിനെ ഓങ്കോ വൈറസ് എന്ന് പറയും. അതിലെ ജീനുകളെയാണ് ഓങ്കോ ജീൻസ് എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം. Then malignant tumors remain confined to their original location. തെറ്റല്ലേ മക്കളെ? ഇത് ബെനൈൻ ട്യൂമർ ആണ്, എവിടെയാണോ ഉണ്ടാവുന്നത് അവിടെ നിൽക്കുന്നത്. യു നോ ദ വേർഡ് മെറ്റാസ്റ്റാസിസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാൻസറസ് ട്യൂമർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. ആ മെറ്റാസ്റ്റാസിസ് കാണിക്കുന്നുണ്ട് മാലിഗ്നന്റ് ട്യൂമർ. ഓക്കെ, then cancer cell do not exhibit contact inhibition. ഇത് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ശ്രദ്ധിക്കുക. ഇതിൽ എന്താണെന്നറിയോ, നമുക്ക് ക്യാൻസർ സെല്ലിന്റെ സ്വഭാവം എന്താണെന്നറിയോ? ഇത് കേൾക്കുമ്പോൾ ഡു നോട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് തെറ്റാണെന്ന്. ശരിയാണത്. കാരണം ലോസ് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്നുള്ളതാണ്, ലോസ് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്നുള്ളതാണ് ക്യാൻസർ സെല്ലിന്റെ പ്രത്യേകത. അതല്ലേ പറഞ്ഞ ഡു നോട്ട് എക്സിബിറ്റ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിയാണ്. എക്സ്റേ ആൻഡ് UV റേസ് ആർ നോട്ട് പൊട്ടന്റ് കാർസിനോജൻ. തെറ്റല്ലേ? തെറ്റാണ്. ക്യാൻസർ ഡിറ്റക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ബയോപ്സി. ശരിയാണ്. ഒരു നല്ലൊരു മെത്തേഡാണ് ബയോപ്സി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ആർ നോട്ട് കറക്റ്റ് എന്നാണ്. കറക്റ്റ് അല്ലാത്തത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം, 2ഉം 4ഉം കറക്റ്റ് അല്ല. സോ ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. 2ഉം 4ഉം കറക്റ്റ് അല്ല. ഓക്കെ, എന്താ മക്കളെ നിങ്ങൾ 1 എടുത്തത്? ഓപ്ഷൻ 1 കൊടുത്തത് എന്താ? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്രോച്ച് ആർ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ? ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന ഈ അപ്രോച്ചസ് ഏതാണ്? ഇമ്മ്യൂണോ തെറാപ്പി ഉണ്ട്, then സർജറി ഉണ്ട്, റേഡിയോ തെറാപ്പി ആൻഡ് കീമോതെറാപ്പി. ഓൾ ഓഫ് ദിസ്. വാട്ട് ഇസ് ദ ആൻസർ? വരട്ടെ ആൻസർ വരട്ടെ. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്രോച്ചസ്. മക്കളെ തെറ്റിക്കരുത്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എന്താണ് ഉത്തരം? യെസ്, നൗ ദ കറക്റ്റ് ആൻസർ ഈസ് കമ്മിങ്. എന്താണ്? 4 അല്ലേ? കാരണം ഇമ്മ്യൂണോ തെറാപ്പി, നിങ്ങൾ ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് ലൈക്ക് ആൽഫ ഇന്റർഫെറോൺ ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. സർജറി യൂസ് ചെയ്യാറുണ്ട്, റേഡിയോ തെറാപ്പി ആൻഡ് കീമോതെറാപ്പി. പറഞ്ഞിട്ട് കാര്യമില്ല, പലപ്പോഴും നമ്മൾ റേഡിയോ തെറാപ്പി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ചാടി വീഴും. പക്ഷെ എല്ലാ ക്വസ്റ്റനും കേട്ടുകൊണ്ട് ആൻസർ ചെയ്യുക. സോ ഓൾ ഓഫ് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹാപ്പി ആണല്ലോ? ക്ലിയർ ആണല്ലോ?
Yes, and another question. Cocaine is obtained from. Cocaine എവിടുന്ന് കിട്ടുന്നു? Cocaine is obtained from Erythroxylem coca, Papaver somniferum, Atropa belladonna, datura. ഏതാണ്? വരട്ടെ ഉത്തരം വരട്ടെ. Cocaine is obtained from Erythroxylem coca. ഒരു അമേരിക്കൻ നാറ്റീവായ Erythroxylem coca എന്ന് നിങ്ങൾ 3 എണ്ണത്തിന്റെ പേര് പഠിച്ചിട്ടുണ്ട്. ആ പേര് പഠിക്കുക. അതായത് ഈ മോർഫിൻ കിട്ടിയിരിക്കുന്നത് എന്താ? പോപ്പി പ്ലാന്റ് എന്നാണ്. പെപ്പാവർ സോമിനിഫറം, അതുപോലെ ഈ ഗഞ്ച പോലുള്ള സാധനങ്ങൾ കനാബിസ് സറ്റൈവ എന്നാണ്. എറിത്രോസൈലം കൊക്കയിൽ നിന്നാണ് കൊക്കൈൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ബാക്കി അട്രോപ്പ ബെലാഡോണയും ഡട്ടുറയും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചില ഹാലൂസിനോജൻ പ്രോപ്പർട്ടി ഉള്ള ചില പ്ലാന്റുകളാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് നോക്കാം. ബെനൈൻ ട്യൂമർ സ്പ്രെഡ് ടു ഡിസ്റ്റന്റ് സൈറ്റ്സ്. ഇതിൽ കറക്റ്റാ ചോദിച്ചത്. ബെനൈൻ ട്യൂമർ സ്പ്രെഡ് ടു ഡിസ്റ്റന്റ് സൈറ്റ് തെറ്റല്ലേ മക്കളെ? ഇത് ബെനൈൻ ട്യൂമർ ഡിസ്റ്റന്റ് സൈറ്റിലേക്ക് പോകുന്നില്ലല്ലോ. കൺഫൈൻഡ് ടു ദ ഏരിയ വേർ ഇറ്റ് ഈസ് ഫോംഡ് എന്നല്ലേ? അത് എവിടെയാണോ ഉണ്ടായത് അവിടെ നിൽക്കുകയാണ്. മാലിഗ്നന്റ് ട്യൂമർ ആണ് പോകുന്നത്. ഹീറോയിൻ ആക്സിലറേറ്റ് ബോഡി ഫംഗ്ഷൻ. ഹീറോയിൻ ആക്സിലറേറ്റ് ബോഡി ഫംഗ്ഷൻ തെറ്റാണ്. ഹീറോയിൻ എന്ന് പറയുന്നത് ഒരു CNS സപ്രസന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് എന്താ ചെയ്യുക? ബോഡി ആക്ടിവിറ്റീനെ ആക്സിലറേറ്റ് അല്ല ചെയ്യുക, റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. മാലിഗ്നന്റ് ട്യൂമേഴ്സ് എക്സിബിറ്റ് മെറ്റാസ്റ്റാസിസ്. ശരിയല്ലേ? മാലിഗ്നന്റ് ട്യൂമർ സെൽസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. കേട്ടിട്ടില്ലേ? ഒരാൾക്ക് ഒരു ക്യാൻസർ വന്നാൽ അവിടുന്ന് മറ്റു ഭാഗത്തേക്ക് പടർന്നു എന്ന് പറയുന്നില്ലേ? അതാണ് മെറ്റാസ്റ്റാസിസ്. ശരിയാണ്. Patients who are undergone surgery are given cannabinoids to relieve pain. അല്ല, cannabinoids അല്ല വേണ്ടത്. അവിടെ ഓപ്പിയോയിഡ്സ് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓപ്പിയോയിഡ്സ്, cannabinoids അല്ല, ഓപ്പിയോയിഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ CNS suppressant. ഓക്കെ, അപ്പൊ ഇതും തെറ്റാണ്. ഏതാണ് കറക്റ്റ്? 3 is the right answer for this question. മക്കളെ ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ ലിമിറ്റഡ് സമയം കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ് കേട്ടോ. ഒന്നും വിചാരിക്കരുത്. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. കാരണം നിങ്ങൾക്ക് നാളെ പരീക്ഷയാണ്. അപ്പൊ അതിൽ കിട്ടുന്ന സമയം പരമാവധി യൂസ് ചെയ്യാനും നിങ്ങൾക്ക് അതുപോലെ നറിഷ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം മാത്രമാണ് നമ്മളെ മുന്നിലുള്ളത്. അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ദ അഡിറ്റീവ് കെമിക്കൽ പ്രസന്റ് ഇൻ ടൊബാക്കോ. ടൊബാക്കോയിൽ കാണുന്ന എല്ലാവർക്കും അറിയാം അല്ലേ? ദാറ്റ് ഈസ് നിക്കോട്ടിൻ ആണ്. പിന്നെ അതേപോലെ തന്നെ ആൽക്കഹോള് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന രോഗം ലിവർ സിറോസിസ് ആണൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ്സ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. മക്കളെ, ഹ്യൂമൻ ഹെൽത്തിലെ ഒരുവിധ എല്ലാ കാര്യങ്ങളും ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളൊക്കെയാണ് വരിക. അതുകൊണ്ട് വിശ്വസിക്കുക, മുന്നോട്ട് പോവാം. ഓക്കെ, നൗ റെഡി അല്ലേ? റെഡിയാണോ? ഓക്കെ, ഒരു സാധാരണ ഹ്യൂമൻ ഹെൽത്തിന് 3 ക്വസ്റ്റ്യൻസ് എന്തായിരുന്നാലും 2 to 3 ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററും ആവറേജ്, എക്സെപ്റ്റ് ആനിമൽ കിങ്ഡം, മോളിക്കുലാർ ബേസിസ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം 2 or 3 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും. ഓക്കെ, അടുത്ത പറയട്ടെ മക്കളെ. ഒരുവിധം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. വിശ്വസിച്ച് മുന്നോട്ട് പോകൂ. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. എന്താ നമ്മളെ ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്കെ, യെസ്. Genetic variation affect the production of drug reserpine in the medicinal plant Revolvia vomitoria growing different Himalayan region. What kind of diversity does it indicate? ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണെന്നറിയാവോ? ഇതിൽ 3 ടൈപ്പ് ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. ഏതൊക്കെയാ 3 എണ്ണം? അത് ഒന്ന് ജെനറ്റിക് ബയോഡൈവേഴ്സിറ്റി ആണ്. അതിന് 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ 3 എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്? ഒന്ന് ഈ പറഞ്ഞ റോൾഫിയ വൊമിറ്റോറിയൽ റിസർപ്പിൻ. രണ്ടാമത്തത് 50,000 വെറൈറ്റീസ് ഓഫ് റൈസ്, 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ. ഈ 3 എക്സാമ്പിൾ കണ്ടാലും നിങ്ങൾ ജെനറ്റിക് ബയോഡൈവേഴ്സിറ്റി എന്ന് എഴുതണം. ഓക്കെ, സ്പീഷീസിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി. ഇക്കോളജിയിൽ ഒരു ഇക്കോസിസ്റ്റത്തിലുള്ള ജീവികൾ സ്പീഷീസ് അല്ല മറ്റേലുണ്ടാവും, അതാണ് ഇക്കോസിസ്റ്റം. ബട്ട് ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ജെനറ്റിക് ബയോഡൈവേഴ്സിറ്റിയിലെ 3 എക്സാമ്പിളും നമ്മൾ പഠിച്ചിരിക്കണം. എന്തൊക്കെ എക്സാമ്പിൾ? ഒന്ന് റിസർപ്പിൻ ഇൻ റോൾഫിയ വൊമിറ്റോറിയ. രണ്ടാമത്തത് 50,000 വെറൈറ്റീസ് ഓഫ് റൈസ് ഇൻ ഇന്ത്യ, 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ എസ്റ്റിമേറ്റ് ഓഫ് നമ്പർ ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഓൺ എർത്ത് ഈസ് നോട്ട് കറക്റ്റ്?
ഇതിൽ ഏതാണ് ഈ എസ്റ്റിമേറ്റ് കറക്റ്റ് അല്ലാത്തത് എന്നല്ലേ ചോദ്യം? ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസ് present on earth was considered to be about 7 million as estimated by Robert May. ഇത് വേണമെങ്കിൽ തിരിച്ചും ചോദിക്കാം. റോബർട്ട് മേയുടെ അടിസ്ഥാനത്തിൽ എത്രയാണെന്ന് ചോദിക്കാം. അത് 7 മില്യൺ എന്നുള്ളത് കറക്റ്റ് ആണ്. IUCN പറയുന്നത് സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 മില്യൺ അല്ലെങ്കിൽ 1.7 to 1.8 മില്യൺ എന്ന ഓപ്ഷൻ ഒക്കെ വരാം. അത് IUCN കണക്ക്, അത് റെക്കോർഡഡ് ആണ്. അതേ സമയത്ത് ടോട്ടൽ ബയോഡ് കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാനുള്ളതും കൂടെ കൂട്ടിയിട്ടാണ് ഇയാൾ പറഞ്ഞത് 7 മില്യൺ എന്നുള്ളത്. അത് കറക്റ്റ് ഓപ്ഷൻ ആണ്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. Plant constitute more than 70% of the species, whereas animal അത് നിങ്ങൾക്ക് അറിയാം തെറ്റാണെന്നുള്ളത്. ഇത് നേരെ തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വരിക. ആനിമൽസ് അറൌണ്ട് 70% ആൻഡ് പ്ലാന്റ്സ് നോട്ട് മോർ ദാൻ 22% നിങ്ങൾക്ക് കാണാം. അപ്പൊ അത് തെറ്റാണെന്ന് അറിയാം. Then insect constitute more than 70% of the species. ശരിയാണ്. അപ്പോ അതുകൊണ്ട് ഏതാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്? നോട്ട് കറക്റ്റ് എന്നാ ചോദിച്ചത്. അപ്പൊ ഏതായിരിക്കും വരിക? ഓപ്ഷൻ 2 is the right answer for this question. Okay. India constitutes this percentage of the world's land area and contribute dash percent of the global species diversity എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് ഇതിന് ഉത്തരം? ഇന്ത്യയിൽ ടോട്ടൽ ലാൻഡ് ഏരിയ, വേൾഡിലെ ലാൻഡ് ഏരിയയിൽ എത്ര ശതമാനമുണ്ട്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എത്ര ശതമാനമുണ്ട്? ഇതൊരു വണ്ടർഫുൾ ആയ കാര്യമാണ്. ഇതിന് ഉത്തരം 4 ആണ് അല്ലേ? 2.4% ലാൻഡ് ഏരിയ മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി 8.1% ആണ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ 12 മെഗാ ബയോഡൈവേഴ്സ് കൺട്രിയില് 1 എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയാണ്. മനസ്സിലായില്ലേ? 8ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. എന്തുകൊണ്ടത് വരുന്നു? ബിക്കോസ് ഓഫ് ഹൈ ബയോഡൈവേഴ്സിറ്റി. ഒരുവിധ എല്ലാ ഇക്കോസിസ്റ്റവും ഉള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റീസൺ ഫോർ ദ ഗ്രേറ്റർ Which of the following is the reason for greater biological diversity of tropical region? എന്തുകൊണ്ടാണ് ട്രോപ്പിക്കൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ട്രോപ്പിക്കൽ റീജിയൻ possess more biodiversity than temperate region അല്ലേ? ടെമ്പറേറ്റ് റീജിയൻ വിച്ച് ഈസ് മോർ ദാൻ പോളാർ റീജിയൻ. അപ്പോ നിങ്ങളുടെ എന്ത് കൂടുമ്പോ? ലാറ്റിറ്റ്യൂഡ് കൂടുമ്പോൾ ആ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അതായത് ലാറ്റിറ്റ്യൂഡ് കൂടുമ്പോൾ ബയോഡൈവേഴ്സിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? ട്രോപ്പിക്കൽ റീജിയനിലാണ്. അതിനുള്ള കാരണം എന്താണെന്ന് കൃത്യമായി ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടില്ലേ? ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ് റിമൈൻ ഓൾമോസ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ഫോർ millions of years. Correct. Tropical environments are less seasonal, relatively more stable and predictable. Okay. More solar energy is available. കൃത്യമായ ടെസ്റ്റിൽ കൊടുത്തൊരു പോയിന്റ് ആണ്. So what is the answer? D is the answer. അതായത് 4 is the, all of this is the right answer. This is a very very important question. മക്കളെ മനസ്സിലാക്കുക. ആരാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരാണ് കണ്ടുപിടിച്ചത്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പഠിക്കുക. ഇതിനകത്ത് ചോദിച്ചത് ഈ എ എന്താണ്, ബി എന്താണ് ചോദിച്ചത്. എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് എന്ത് വരുന്നത്? എ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ബി. അപ്പൊ നമുക്കറിയാം ഇതെന്താ? ഇവിടെ S is equal to CA⁻Z എന്ന ഇക്വേഷൻ പ്രകാരമാണ് അത് വരുന്നത് അല്ലേ? അതുപോലെ ഇതോ ഈ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് ലോഗരിതമിക് ഫോമിലാണ്. ലോഗരിതമിക് ഫോം എന്ത് വരും? log S is equal to log C plus Z log A. അത് ലോഗരിതമിക് ഫോമുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതാണ് ബി. So S is equal to CA⁻Z and log S is equal to log C plus Z log A. So option A is the, or 1 is the right answer for this question. ഇത് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഓരോന്നും എന്താണ്? S എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ് ആണ്, A എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, C എന്ന് പറഞ്ഞാൽ Y ഇന്റർസെപ്റ്റ് ആണ്, Z എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ്, റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്. ഇതിന്റെ വാല്യൂ 0.1നും 0.2നും ഇടയ്ക്കാണ് നോർമൽ ഉണ്ടാവുക. ഒരു വലിയൊരു കോണ്ടിനെന്റ് പോലെയുള്ള ഒരു ഹാബിറ്റാറ്റ് വരുമ്പോൾ 0.6നും 1.2നും ഇടയ്ക്ക് ഉണ്ടാവും എന്നുകൂടെ മനസ്സിലാക്കുക. ഓക്കെ. Yes, 1. Match column 1 with column 2 and select the correct option from the given table. ഒന്ന്, Rivett-Popper hypothesis, long-term ecosystem experiment using outdoor plot,
സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് മക്കളെ നടക്കൊരു ലൈൻ വന്നു പോയതാണ്, അത് ആകെ 3 ഉള്ളൂ. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്, നിങ്ങൾക്കറിയാം ശരിക്കും ലോകം കണ്ട ഏറ്റവും രസകരമായ ഒരു കമ്പാരിസൺ ആണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോൾ എർലിക്ക് തന്നെയാണ്. പോൾ എർലിക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇക്കോസിസ്റ്റത്തിനെ എന്തായിട്ട് എയറോപ്ലെയിൻ ആയിട്ടും അതിലെ റിവറ്റുകളെ അവിടുത്തെ സ്പീഷീസ് ആയിട്ടും റിവറ്റ്സ് ഓൺ ദ വിങ്ങിനെ കീ സ്പീഷീസുമായിട്ടും വാട്ട് ഈസ് ദ ഇമ്പോർട്ടന്റ് ഓഫ് കീ സ്പീഷീസ് ഇൻ ഇക്കോസിസ്റ്റം എന്ന് നമുക്ക് വളരെ ഭംഗിയായി രസകരമായി പറഞ്ഞു തന്നിരിക്കുന്ന ഒരു സംഭവമാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോൾ എർലിക്ക്. ലോങ് ടേം ഇക്കോസിസ്റ്റം എക്സ്പെരിമെന്റ് യൂസിംഗ് ഔട്ട്ഡോർ പ്ലോട്ട് ഡേവിഡ് ടിൽമാൻ, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഒരിക്കൽ കൂടെ പറയുന്നു, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് അല്ലേ? അത് ഏത് ഓപ്ഷൻ വരും? യെസ്, ചില ആൾക്കാർക്ക് ഓപ്ഷൻ കിട്ടാൻ 2 അടിച്ചു പോകുന്നുണ്ട്. യെസ്, A is 1, B is 2. Yes, 2 is the right answer for this question. Okay. Then the impact of loss of biodiversity include impact of loss of biodiversity, decline in plant production, lowered resistance to environmental perturbations, increased variability in the ecosystem processes like plant productivity, water use, pest and disease cycle. അപ്പോൾ ഇത് എല്ലാത്തിനെയും ടെസ്റ്റ് ഉള്ളതാണ്. 4 is the right answer for this. The term evil quartet is related with the 4 major causes. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് evil quartet, ജെയേർഡ് ഡയമണ്ട് എന്ന സയന്റിസ്റ്റ് പറഞ്ഞൊരു വാക്കാണ്. മനുഷ്യന്റെ ഇടപെടൽ മൂലം ബയോഡൈവേഴ്സിറ്റി നശിക്കുന്ന ഈ ഒരു സംഭവത്തിനെയാണ്, 4 കാരണങ്ങളെയാണ് ഈവിൾ കോർട്ടറ്റ് എന്ന് പറയുന്നത്. ആ ഈവിൾ കോർട്ടറ്റ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ്? ഫോറസ്റ്റ് ലോസ് ആണോ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണോ, എയർ പൊല്യൂഷൻ ആണോ, ബയോഡൈവേഴ്സിറ്റി ലോസ് ആണോ? യെസ്, 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഏതൊക്കെയാ മക്കളെ 4 ആ 4 എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ ആൻഡ് കോ എക്സ്റ്റിങ്ഷൻ. ആ പേരുകൾ പഠിക്കുക. ആ 4 ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. 4 ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി, കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസിനെയാണ്. യെസ്, 4 is the right answer. Dodo, passenger pigeon and stellar sea cow become extinct in the last 500 years due to habitat fragmentation, overexploitation, bird flu virus infection, alien species invasion. Okay, വരട്ടെ. ഇതിന് ഉത്തരം എന്താ? ഡോഡോയും പാസഞ്ചർ പീജിയനും, അതേ ഡോഡോ ഫ്രം മൗറീഷ്യസ്, പാസഞ്ചർ പീജിയൻ ഫ്രം USA ആൻഡ് സ്റ്റെല്ലർ സീക്കോ ഫ്രം റഷ്യ. ഈ 3 കാര്യങ്ങളും നശിച്ചു പോയത് എപ്പോഴാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? മനുഷ്യന്റെ നീഡ് ഗ്രീഡിന് വഴിമാറുമ്പോൾ, ആവശ്യം അത്യാഗ്രഹത്തിന് വഴിമാറുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യും, അമിതമായി ചൂഷണം ചെയ്യും. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നൗ which of these not included in the biodiversity hotspot of India? നിങ്ങൾക്കറിയാം തുടക്കത്തിൽ എന്താണ് ഈ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ? ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസവും, അതായത് ഒരു സ്ഥലം അത്യപൂർവം ഇനങ്ങൾ സ്പീഷീസ് ഉള്ള സ്ഥലങ്ങൾ, എൻഡമിക് സ്പീഷീസ് ഉള്ളതും ഹൈ ഡിഗ്രി ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉള്ളതുമായ ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോട്ട്സ്പോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഹോട്ട്സ്പോട്ട് പ്രധാനമായിട്ടും 25 അത് എത്രയാക്കി മാറ്റി? 34. ഇപ്പൊ 34 വാക്ക് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അതിൽ 3 ഇന്ത്യ ഷെയർ ചെയ്യുന്നതാണ്. അത് ആരൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക നമ്മൾ പഠിച്ചതാണ്, ഹിമാലയാസ് പഠിച്ചതാണ്, ഇൻഡോ ബർമ പഠിച്ചതാണ്. അപ്പൊ പഠിക്കാത്തത് ഇതാണ്. സോ 4th one is the answer for this question. Then sacred groves found in നമ്മൾ സേക്രഡ് ഗ്രൂപ്പ്, സേക്രഡ് ഫോറസ്റ്റ് അല്ലേ? അതായത് സാധാരണ ഈ ട്രൈബൽ പീപ്പിൾ അവരുടെ ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു ഫോറസ്റ്റിന്റെ ഒരു ഭാഗം അവർ സംരക്ഷിക്കും. ആ സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ സേക്രഡ് ഫോറസ്റ്റ് അഥവാ സേക്രഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ആ സേക്രഡ് ഗ്രൂപ്പ്സ് ചോദിച്ചിരിക്കും, നോക്കൂ, നിങ്ങൾ ടെസ്റ്റിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഖാസി ആൻഡ് ജെയിൻഷാ ഹിൽസ് ഓഫ് എവിടെയാ മക്കളെ? ഖാസി ആൻഡ് ജെയിൻഷാ ഹിൽസ് ഓഫ് മേഘാലയ അല്ലേ? ഇതാണ് ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സേക്രഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് മേഘാലയയിലാണ്. ദെൻ അരവല്ലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ വെസ്റ്റേൺ ഗട്ട് റീജിയൻ ഓഫ് വെസ്റ്റേൺ ഗട്ട് ഷെയർഡ് ബൈ കർണാടക ആൻഡ് മഹാരാഷ്ട്ര.
പിന്നെയുള്ളത് ചാൻഡ, ബാസ്റ്റാർ, സർഗുജ ഏരിയാസ് ഓഫ് മധ്യപ്രദേശ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള 4ാമത്തെ പോയിന്റ്. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ, സേക്രഡ് ഗ്രോവ്സ്. നൗ വിച്ച് ഓഫ് ഇതാ ഇനി പറയുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻ നമ്മൾ നിർത്താൻ പോകുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ വളരെ 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 സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻസിറ്റു ആൻഡ് എക്സിറ്റു. പഠിച്ചിരിക്കണം മക്കളെ, ഇൻസിറ്റു ഏതൊക്കെയാണ്, എക്സിറ്റു ഏതൊക്കെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻസിറ്റു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ ഇൻസിറ്റു ഏതാണ്, എക്സിറ്റു ഏതാണ്? നോട്ട് ചെയ്യുക. അതായത് ഹോട്ട്സ്പോട്ട് വന്നാൽ ഇൻസിറ്റു വരും, ഹോട്ട്സ്പോട്ട് വന്നാൽ ഇൻസിറ്റു വരണം. ബയോസ്ഫിയർ റിസർവ് വന്നാൽ ഇൻസിറ്റു വരണം. നാഷണൽ പാർക്ക് വന്നാൽ ഇൻസിറ്റു വരണം. വൈൽഡ് ലൈഫ് സാങ്ച്വറി വന്നാൽ ഇൻസിറ്റു വരണം. അതേപോലെ തന്നെ സേക്രഡ് ഫോറസ്റ്റ് 5 എണ്ണം. ഏതൊക്കെ 5 എണ്ണം? ഒന്നാമത്തത് ഹോട്ട്സ്പോട്ട് വരണം, ബയോസ്ഫിയർ റിസർവ് വരണം, നാഷണൽ പാർക്ക് വരണം, വൈൽഡ് ലൈഫ് സാങ്ച്വറി വരണം, അതേപോലെ തന്നെ സേക്രഡ് ഫോറസ്റ്റ്. ഈ 5 എണ്ണം വന്നാൽ അതെന്താണ്? ഇൻസിറ്റു ആണ്. എക്സിറ്റുയിൽ ഏതൊക്കെ വരും? സുവോളജിക്കൽ പാർക്ക് വരും, ബൊട്ടാണിക്കൽ ഗാർഡൻ വരും, സഫാരി പാർക്ക് വരും, ജീൻ ബാങ്ക് വരും, സീഡ് ബാങ്ക് വരും, ക്രയോ പ്രിസർവേഷൻ വരും, ടിഷ്യൂ കൾച്ചർ വരും. ഇതൊക്കെ വന്നാൽ എക്സിറ്റു ആണ്. മനസ്സിലാക്കുക. ഈ ഭാഗം പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ട് പോവുക. എന്താ വരിക? ഇൻസിറ്റ്യൂല് ബയോസ്ഫിയർ റിസർവ് ഇൻസിറ്റ്യൂ ആണ്, നാഷണൽ പാർക്ക് ഇൻസിറ്റ്യൂ ആണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻസിറ്റ്യൂ ആണ്, പക്ഷേ സുവോളജിക്കൽ പാർക്ക് എക്സിറ്റ്യൂ ആണ്. ചോദിച്ചത് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻസിറ്റ്യൂ. സോ 4 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇതേപോലെ ഒന്നും കൂടെ ഇട്ടതാണ്, ഇത് ഇമ്പോർട്ടന്റ് കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, one of the ex-situ conservation method for endangered species. Endangered species ന്റെ ഒരു എക്സിറ്റു കൺസർവേഷൻ ഏതാണല്ലേ ചോദിച്ചിരിക്കുന്നത്? വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താ വരിക? വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻസിറ്റ്യൂ ആണ്, ബയോസ്ഫിയർ റിസർവ് ഇൻസിറ്റ്യൂ ആണ്, നാഷണൽ പാർക്ക് ഇൻസിറ്റ്യൂ ആണ്, പക്ഷേ ക്രയോ പ്രിസർവേഷൻ എക്സിറ്റ്യൂ ആണ്. സോ എക്സിറ്റ്യൂൽ ഉത്തരം ക്രയോ പ്രിസർവേഷൻ ആണ്. ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ -196 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡ് നൈട്രജനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിസർവ് ചെയ്യുന്നത്. സോ ക്രയോ പ്രിസർവേഷൻ ഈസ് ഓൾസോ വെരി important. Now, the first Earth Summit for Convention on Biological Diversity was held in. എവിടെയാണ് ആദ്യത്തെ? ഇത് നമ്മൾ പറയുന്നവരെ എർത്ത് സമ്മിറ്റ് എന്നാണ്, ഭൗമ ഉച്ചകോടി എന്ന് നമ്മൾ പറയും. അത് ആദ്യമായിട്ട് നടന്നത് എവിടെയാ? അതായത് എർത്ത് സമ്മിറ്റ് നടന്നത് എവിടെയാണ്? നിങ്ങളെ ടെസ്റ്റിൽ 2 കൊടുത്തിട്ടുള്ളൂ. ആദ്യത്തത് അതായത് 1992 was held in എന്താ പറയാ? റിയോ ഡി ജനറിയോ, ദാറ്റ് ഈസ് ബ്രസീൽ. ഫസ്റ്റ് എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത് ബ്രസീലിലാണ് നടന്നത്, 1992 രണ്ടാമത് നടന്നിരിക്കുന്നത് ജോഹന്നസ്ബർഗിൽ, സൗത്ത് ആഫ്രിക്കയിലാണ്. സോ ഓപ്ഷൻ 2 is the right answer for this question. Okay, now we are completing the biodiversity and human health chapter. ഒന്ന് സ്പീഡിൽ നമ്മൾ തീർത്തതാണ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഹാപ്പിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വി ക്യാൻ മീറ്റ് യു ആഫ്റ്റർ noon. ഒരു 2 ചാപ്റ്ററുകളായിട്ട് വീണ്ടും ഞാൻ വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഹൗ ആർ യു? അപ്പോൾ എല്ലാവർക്കും വെരി ഹാപ്പി ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ വീണ്ടും വന്നു. രാവിലെ നമ്മൾ എടുത്തു 2 ചാപ്റ്റർ. ഇപ്പം നമ്മൾ 3 ചെറിയ ചാപ്റ്ററുകൾ, 2 വലുതും 1 ചെറുതും. നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളിയായിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നാളത്തെ പരീക്ഷ നമ്മൾ പൊളിക്കും കേട്ടോ. ഞങ്ങൾ കൂടെ ഉണ്ട്. വീണ്ടും ഐ ആം ബോൺ ടു വിൻ. ദെൻ ബി ഹാപ്പി, സ്റ്റേ കൂൾ ആൻഡ് റിലാക്സ്. ടീം സൈലം വിത്ത് യു. നമുക്ക് ടോപ്പിക്കിലേക്ക് എത്താം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്ട്രക്ചറൽ ഓർഗനൈസേഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ എപ്പിത്തീലിയം വിച്ച് ഈസ് കവറിംഗ് ഡക്ട് ഓഫ് ബോഡി ഈസ് സ്ക്വാമസ്, കൊളംനാർ, ക്യൂബോയിഡൽ, സിലിയേറ്റഡ്. നമ്മളെപ്പോഴും ഒരു എപ്പിത്തീലിയം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പിത്തീലിയം അതിനെ 2 ആക്കും. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്. സിമ്പിളിനെ വീണ്ടും ഡിവൈഡ് ചെയ്യും. എങ്ങനെയൊക്കെയാണ്? സ്ക്വാമസ്, സ്ക്വാമസ്, കൊളംനാർ, ക്യൂബോയിഡൽ, സിലിയേറ്റഡ്. ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്യും. നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന ഡക്റ്റുകൾ കവർ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബോഡിയിലെ സലൈവറി ഡക്റ്റ്,
പാൻക്രിയാറ്റിക് ഡക്ട്, ഇങ്ങനെ അതുപോലെ നെഫ്രോണിൻ്റെ ട്യൂബുലർ പാർട്ട്, ഇതൊക്കെ ലൈൻ ചെയ്യുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആയിരിക്കും. ആൻസർ 3 ആണ്. സോ 3 ഈസ് എ റൈറ്റ് ആൻസർ. അപ്പൊ സിംഗിൾ ലെയർ ഓഫ് സെൽസ് ഉള്ളതാണ് സിമ്പിൾ എപ്പിത്തീലിയം. അതിനെ 4 ആക്കി. ഏതൊക്കെയാ? സ്ക്വാമസ്, കോളംനാർ, ക്യൂബോയിഡൽ, സിലിയേറ്റഡ്. മറക്കരുത്, ഈ സിലിയേറ്റഡിന്റെ പ്രത്യേകത അറ്റത്ത് സീലി ഉണ്ട്. ദേ ആർ ഫൗണ്ട് ഇൻ ദ റെസ്പിറേറ്ററി സിസ്റ്റം, ഫലോപ്പിയൻ ട്യൂബ് എക്സെട്ര. ഓക്കെ, നമുക്ക് അടുത്തേക്ക് വരാം. എമംഗ് ദ ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ആൻ എക്സോക്രൈൻ ഗ്ലാൻഡ്. ഒരു എക്സോക്രൈൻ ഗ്ലാൻഡിനെ കണ്ടുപിടിക്കണം. നമ്മൾ എന്താണ് ഗ്ലാൻഡ് എന്ന് ആദ്യം എഴുതും. നമുക്കെല്ലാം അറിയാം, ഗ്ലാൻഡ് ക്യാൻ സെക്രീറ്റ് സംതിങ്, അല്ലേ? ഗ്ലാൻഡ് എന്തെങ്കിലുമൊക്കെ സെക്രീറ്റ് ചെയ്യും. 2 ടൈപ്പ് ഗ്ലാൻഡ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് എക്സോക്രൈൻ, സെക്കൻഡ് വൺ ഈസ് എൻഡോക്രൈൻ, മൂന്നാമതൊന്നുകൂടിയുണ്ട് ഹെറ്ററോക്രൈൻ. ഹെറ്ററോക്രൈൻ ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. എക്സോക്രൈൻ ഗ്ലാൻഡ് വിത്ത് ഡക്ട്, ഡക്ട് ഉള്ള ഗ്ലാൻഡ് ആയിരിക്കും. എൻഡോക്രൈൻ ഗ്ലാൻഡ് വിത്തൗട്ട് ഡക്ട്, അപ്പൊ അവരുടെ സെക്രീഷൻ കൊണ്ടുപോകുന്ന ബ്ലഡ് ആയിരിക്കും. ബ്ലഡ് ക്യാൻ ട്രാൻസ്പോർട്ട് ദെയർ സെക്രീഷൻ. ഈ എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ ആണ് സ്വെറ്റ് ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ്, ടിയർ ഗ്ലാൻഡ്, ലാക്രിമൽ ഗ്ലാൻഡ്, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്, എസ്പെഷ്യലി സാലിവറി ഗ്ലാൻഡ്, ലിവർ, ഇവരെല്ലാവരും ഡക്ട് ഉള്ളവരാണ്. എൻഡോക്രൈൻ എക്സാമ്പിൾ എല്ലാ ഹോർമോൺ ഉണ്ടാക്കുന്ന ഗ്ലാൻഡും, ഹോർമോൺ ഗ്ലാൻഡ്സ്. ഹെട്രോക്രൈൻ എന്ന് പറഞ്ഞത് രണ്ടുകൂടെ മിക്സ് ചെയ്ത ടൈപ്പ് ആയിരിക്കും. എക്സാമ്പിൾ പാൻക്രിയാസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്തപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്ന എക്സോക്രൈൻ ഡക്റ്റുള്ള ഗ്ലാൻഡ് ഏതാണെന്നാണ് ചോദ്യം. അഡ്രീനൽ ഹോർമോൺ ഉണ്ടാക്കുന്നതാണ്, പിറ്റ്യൂട്ടറി ഹോർമോൺ ഉണ്ടാക്കുന്നതാണ്, തൈമസ് ഹോർമോൺ ഉണ്ടാക്കുന്നതാണ്, സ്വെറ്റ് ഗ്ലാൻഡ് വിയർപ്പ് ഉണ്ടാക്കും, അത് എക്സോക്രൈൻ ആണ്. 4 ആണ് ആൻസർ. 4 എല്ലാവരും ചെയ്തിട്ടുണ്ട്, വളരെ സന്തോഷം. അടുത്തതിലേക്ക് വരാം. ദ എപ്പിത്തീലിയൽ സെൽസ് ഹാവ് 3 types of junctions in between the cells. എപ്പിത്തീലിയൽ സെൽസിന്റെ ഇടയ്ക്ക് 3 ടൈപ്പ് ജംഗ്ഷൻസ് ഉണ്ട്. ആ ജംഗ്ഷൻസ് വിച്ച് വൺ ഓഫ് ദീസ് ഈസ് പ്രിവെന്റിംഗ് ലീക്കേജ് ഓഫ് സബ്സ്റ്റൻസ്? നമ്മൾ 2 എപ്പിത്തീലിയം എടുക്കുകയാണെങ്കിൽ ഇതൊരു എപ്പിത്തീലിയൽ സെല്ലാണ്, ഇതൊരു എപ്പിത്തീലിയൽ സെല്ലാണ്. 2 എപ്പിത്തീലിയം എടുത്തു. ഇതിനിടയ്ക്ക് 3 ടൈപ്പ് ജംഗ്ഷൻ ഉണ്ട്. 3 ടൈപ്പ്. അതായത് 2 സെല്ലിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ ദീസ് 2 ദർ ആർ 3 types of connections. ഒന്നിനെ വിളിക്കുന്ന പേരാണ് ടൈറ്റ് ജംഗ്ഷൻ, രണ്ടാമത്തേത് ഗ്യാപ്പ് ജംഗ്ഷൻ, മൂന്നാമത്തേത് അഡറിംഗ് ജംഗ്ഷൻ. ടൈറ്റ് ജംഗ്ഷന്റെ ജോലി ഇറ്റ് പ്രിവെന്റ്സ് ലീക്കേജ്. നമ്മൾ ആ ഓർഗനെ പിടിച്ച് അമർത്തുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ സംഗതി പുറത്തേക്ക് വരാതെ നോക്കും. അതായത് ലീക്കേജ് പ്രിവെന്റ് ചെയ്യും, ലീക്കേജ് പ്രിവെന്റ് ചെയ്യും. ഗ്യാപ്പ് ജംഗ്ഷന്റെ ജോലി ഇറ്റ് ഇനിഷ്യേറ്റ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നോക്കിക്കേ, ഈ സെല്ലിന് ഇങ്ങോട്ടും ഈ സെല്ലിന് ഇങ്ങോട്ടും പലതും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യും. മാക്രോമോളിക്യൂൾസും മൈക്രോമോളിക്യൂൾസും ഇമ്പൽസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങാനുള്ള ജംഗ്ഷനാണ് ഗ്യാപ്പ് ജംഗ്ഷൻ. അഡറിംഗ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2 സെല്ലിനെ കൂട്ടിച്ചേർക്കും, പരസ്പരം ഇങ്ങനെ ചേർത്ത് നിർത്തും. ഇനി ഈ ഗ്യാപ്പ് ജംഗ്ഷന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഗ്യാപ്പ് ജംഗ്ഷന് ഏതാണെന്നറിയോ? പറയാമോ? ഇന്റർകാലേറ്റഡ് ഡിസ്ക്. ഇന്റർകാലേറ്റഡ് ഡിസ്ക് ഇത് കാണുന്നത് കാർഡിയാക് മസിലാണ്. കാർഡിയാക് സെൽസ്, നമ്മുടെ ഹൃദയത്തിലെ സെൽസിനിടയ്ക്കുള്ള ഗ്യാപ്പ് ജംഗ്ഷനാണ് ഇന്റർകാലേറ്റഡ് ഡിസ്ക്. ബട്ട് ടൈറ്റ് ജംഗ്ഷൻ പ്രിവെന്റ്സ് ലീക്കേജ്, അഡറിംഗ് ജംഗ്ഷൻ ക്ലോസ്ലി കണക്ട് 2 cells, ഗ്യാപ്പ് ജംഗ്ഷൻ ഇനിഷ്യേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 cells. അടുത്തത്, അപ്പൊ ഇവിടെ ആൻസർ ഏതാ? ലീക്കേജ് ഓഫ് സബ്സ്റ്റൻസ് പ്രിവെന്റ് ചെയ്യുന്ന ആരാ? പറ. ടൈറ്റ് ജംഗ്ഷൻ അല്ലേ? അടുത്തത് എല്ലാവരും ചെയ്തു കണ്ടു. അടുത്തത് മാസ്റ്റ് സെൽസ് ആർ പെക്യൂലിയർ ഫീച്ചർ ഓഫ്. ഈ മാസ്റ്റ് സെൽസ് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂവിൽ കാണുന്ന സെൽസ് ആണ്. നമ്മൾ കണക്റ്റീവ് ടിഷ്യൂവിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. നോക്ക്, ഞാൻ കണക്റ്റീവ് ടിഷ്യൂവിനെ ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് വൺ ലൂസ് ടിഷ്യൂ, സെക്കൻഡ് വൺ ഡെൻസ് ടിഷ്യൂ, തേർഡ് വൺ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ. സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ. ലൂസ് ടിഷ്യൂന് എക്സാമ്പിൾ അരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ, 2 എക്സാമ്പിളാണ്. ഡെൻസ് ടിഷ്യൂന് എക്സാമ്പിൾ റെഗുലർ ടിഷ്യൂ, ഇറഗുലർ ടിഷ്യൂ. ജസ്റ്റ് ആ തിയറി ഒന്ന് കേട്ടാൽ മതി. സ്പെഷ്യലൈസ്ഡ് എക്സാമ്പിൾ കാർട്ടിലേജ്, ബോൺ, ബ്ലഡ്. ഇത്രയാണ് എക്സാമ്പിൾ. ഇതിൽ നിന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. മാസ്റ്റ് സെൽസ് നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മുടെ ഈ ടിഷ്യൂ എടുക്കുക, അരിയോളാർ ടിഷ്യൂ.
ഇതിരിക്കുന്നത് ജസ്റ്റ് നമ്മുടെ സ്കിന്നിന്റെ അടിയിലാണ്. അവിടെ 3 ടൈപ്പ് സെൽസ് ഉണ്ട്. ഒന്ന് മാസ്റ്റ് സെൽ, ഈ ടിഷ്യൂല് കേട്ടോ. 2 ഫൈബ്രോബ്ലാസ്റ്റ്, അടുത്ത മാക്രോഫേജ്. അല്ല, മാസ്റ്റ് സെല്ലിന്റെ ജോലി എന്താണെന്നറിയോ? ഇറ്റ് പ്രൊഡ്യൂസ് ഹിസ്റ്റമിൻ ആൻഡ് ഇൻഡ്യൂസ് ഇൻഫ്ലമേഷൻ. അപ്പൊ ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അപ്പൊ ഇവിടെ ആൻസർ 2 ആണ്. അരിയോള ടിഷ്യൂ. എല്ലാവരും എഴുതി 2 ആണ് ആൻസർ. അടുത്ത ചോദ്യം, മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ ബോഡീസ്? കൈറ്റിൻ, കൊളാജൻ, റിബിസ്കോ, ആൽബുമിൻ. അനിമൽ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ അത് കൊളാജൻ ആയിരിക്കും. നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ കാണുന്ന പ്രോട്ടീനാണ്. അത് അഡിപ്പോസിലുണ്ട്, അരിയോളാറിലുണ്ട്, ബോണിലുണ്ട്, കാർട്ടിലേജിലുണ്ട്, അതുപോലെ ഡെൻസ് റെഗുലറിലുണ്ട്, ഡെൻസ് ഇറഗുലറിലുണ്ട്. ഇനി അതേ ചോദ്യം ഇങ്ങനെ മാറ്റി ചോദിച്ചാലോ, മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഓഫ് ദി വേൾഡ് എന്ന് ചോദിച്ചാലോ, അപ്പൊ റുബിസ്കോ ആയിരിക്കും. മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഓഫ് വേൾഡ് റുബിസ്കോ. അത് റൈബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിലേസ് ഫോട്ടോസിന്തറ്റിക് എൻസൈം ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനിമൽ ബോഡിയിൽ കൊളാജൻ. ടെൻഡൻസ് ആർ കണക്ടിങ് സ്കെലറ്റൽ മസിൽസ് ടു ബോൺസ്. ദേ ആർ ബിലോങ്ങിങ് ടു വിച്ച് കാറ്റഗറി? ദാ ഇവിടെ ഞാൻ ക്ലാസിഫൈ ചെയ്ത് കണ്ടോ, ഡെൻസ് ടിഷ്യൂവിൽ ഞാൻ 2 ആക്കിയത് കണ്ടോ. ഡെൻസ് റെഗുലർ, ഡെൻസ് ഇറഗുലർ. അതിൽ ഡെൻസ് റെഗുലർ എടുക്കാം, ഇതെടുക്കാം. ഇതിന് 2 എക്സാമ്പിൾ ഉണ്ട്. ഒന്ന് ടെൻഡൻ, 2 ലിഗമെന്റ്. ടെൻഡനും ലിഗമെന്റും. ടെൻഡൻ കണക്ട് സ്കെലറ്റൽ മസിൽ ടു ബോൺ, നമ്മുടെ മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യും. ലിഗമെന്റ് കണക്ട് 2 ബോൺസ് ടുഗദർ, 2 ബോൺസിനെ പരസ്പരം കണക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ആൻസർ, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡെൻസ് റെഗുലർ ടിഷ്യൂ. 1 ആണ് ആൻസർ, 2 അല്ല. ഡെൻസ് റെഗുലർ ടിഷ്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഫൈൻഡ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം. ബോത്ത് കാർഡിയാക് ആൻഡ് സ്കെലറ്റൽ മസിൽസ് ആർ സ്ട്രയേറ്റഡ്. രാവിലെ നമ്മൾ മൂവ്മെന്റ്സ് ആൻഡ് ലോക്കോമോഷനെ പഠിപ്പിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? കാർഡിയാക് മസിലും സ്കെലറ്റൽ മസിലും സ്ട്രയേറ്റഡ് ആണ്. ശരിയല്ലേ? സോ ഇറ്റ് ഈസ് കറക്റ്റ്. സ്മൂത്ത് മസിൽ ഫോം ഇന്റേണൽ ഓർഗൻസ് ലൈക്ക് ഗട്ട്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ കാണുന്ന മസിൽസ് ആണ് സ്മൂത്ത് മസിൽ. അതും ഞാൻ രാവിലെ പറഞ്ഞു, കറക്റ്റ് ആണ്. ഇന്റർകാലേറ്റഡ് ഡിസ്ക് ഈസ് ആൻ അഡറിംഗ് ജംഗ്ഷൻ ഫൗണ്ട് ഇൻ കാർഡിയാക് മസിൽ. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് എ ഗ്യാപ്പ് ജംഗ്ഷൻ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അഡറിംഗ് അല്ല, ഗ്യാപ്പ് ആണ്. കാർഡിയാക് മസിൽസ് ക്യാൻ പെർഫോം കണ്ടിന്യൂസ് കോൺട്രാക്ഷൻ വിത്തൗട്ട് ഫറ്റീഗ് ഫോർ എ ലോങ് പീരീഡ്. സത്യമല്ലേ? നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും, നിൽക്കുവോ, വേദന എടുക്കുവോ? ചില കേസസിൽ, അതായത് ബ്ലോക്ക് ഒക്കെ വരുമ്പോൾ അല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യില്ലേ? അപ്പൊ അതും ശരിയാണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് 3 ആണ്. 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൈപ്പോഫാരിങ്സ് ഓഫ് കോക്രോച്ചീസ്. നമ്മുടെ കോക്രോച്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ പേര് നമുക്കറിയാം, പെരി പ്ലാനറ്റ അമേരിക്കാന. അല്ലേ? ഒരു ഇൻസെക്റ്റ് ആണ് പെരി പ്ലാനറ്റ അമേരിക്കാന. ഇവന്റെ മൗത്ത് പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മൗത്ത് പാർട്സ് പഠിച്ചിട്ടുണ്ട്. മൗത്ത് പാർട്സിൽ എന്തൊക്കെ വരും? അപ്പർ ലിപ്പ് ലേബ്രം, മേൽചുണ്ട് ലേബ്രം, ലോവർ ലിപ്പ് ലേബിയം, താഴത്തെ ചുണ്ട് ലേബിയം. ഫസ്റ്റ് പെയർ ഓഫ് ജോ മാക്സില്ല, അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. സെക്കൻഡ് പെയർ ഓഫ് ജോ, ഫസ്റ്റ് പെയർ ഓഫ് ജോ മാൻഡിബിൾസ്. ആദ്യത്തെ പെയർ അത് സ്ട്രോങ് ആയിരിക്കും. സെക്കൻഡ് പെയർ ഓഫ് ജോ മാക്സില്ല. ഓക്കെ, ഇത്രയാണ്. ഇനി ഈ മേൽചുണ്ടിന്റെ കീഴ്ചുണ്ടിന്റെ ഇടയ്ക്ക് ടങ് ഉണ്ട്. ആ ടങ്ങിന്റെ പേര് ഹൈപ്പോഫാരിങ്സ് എന്ന് വിളിക്കും. അപ്പോൾ ജോസ് ഏതൊക്കെയാ? മാൻഡിബിൾസ് ആൻഡ് മാക്സില്ല. അപ്പർ ലിപ്പ് ഈസ് കോൾഡ് ലേബ്രം, ലോവർ ലിപ്പ് ഈസ് കോൾഡ് ലേബിയം, ടങ് ഈസ് കോൾഡ് ഹൈപ്പോഫാരിങ്സ്. അപ്പൊ ഇവിടെ ആൻസർ ഹൈപ്പോഫാരിങ്സ് ഓഫ് കോക്രോച്ചീസ് ടങ് ആണ്. 1 ആണ് ആൻസർ. എല്ലാവരും ഇട്ടു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു. അടുത്ത ചോദ്യം, എസ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ കോക്രോച്ച് ആർ ഫൗണ്ട് ഇൻ ഇറ്റ്സ് ഗട്ട്. നമ്മളൊരു കോക്രോച്ചിന്റെ എസ്ക്രീറ്ററി സ്ട്രക്ചർ എടുത്താൽ അതിരിക്കുന്നതിന്റെ ഗട്ടിലാണ്. അതിന്റെ പേരാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഇതിരിക്കുന്നത് മിഡ് ഗട്ടിന്റെ ഹൈൻഡ് ഗട്ടിന്റെ ഇടയ്ക്കായിട്ടാണ്. മിഡ് ഗട്ടിന്റെ ഇൻഡസ്റ്റൈന്റെ അതേപോലെ ഹൈൻഡ് ഗട്ടിന്റെ ഇടയ്ക്കായിട്ടാണ്.
അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ പേര് മാൽപിജൻ ട്യൂബ്. യെല്ലോ കളറാണ്. 100 to 150 ആണ് അവരുടെ നമ്പർ. സോ ആൻസർ ഈസ് 1. 100 to 150. ഇനി അവിടെ ഒരു ചോദ്യമുണ്ട്, കോക്രോച്ചിന്റെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചാൽ അത് യൂറിക് ആസിഡ് ആണ്. സോ ഇറ്റ് ഈസ് യൂറിക്കോടെലിക്. ഇത് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. റെസ്പിറേറ്ററി ഗ്യാസസ് ആർ മൂവിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ബോഡി ഓഫ് കോക്രോച്ച് ത്രൂ സം സ്പെഷ്യലൈസ്ഡ് ഓപ്പണിങ്സ്. ദേ ആർ 10 pairs and are called. ഒന്ന് വായിച്ചിട്ട് ഉത്തരം പറയാൻ പറ്റുമോ നോക്കിയേ. ഈ കോക്രോച്ചിന്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പേരെന്താണെന്നറിയോ? ട്രാക്കിയൽ സിസ്റ്റം എന്നാണ് വിളിക്കുക. ട്രാക്കിയൽ സിസ്റ്റം. അത് കുറെ ട്യൂബ്സ് ആണ്. അതിനകത്ത് ബ്ലഡ് ഇല്ല. നേരിട്ട് ഓക്സിജൻ എടുത്തുകൊണ്ട് പോകും, നേരിട്ട് കാർബൺ ഡൈഓക്സൈഡ് പുറത്തു വിടും. ബ്ലഡ് ഇല്ല. അതുകൊണ്ട് അയാളുടെ ബ്ലഡിന് കളറില്ല. അയാളുടെ ബ്ലഡിന്റെ പേര് ഹീമോലിംഫ് എന്നാണ്. ഇതൊരു ചോദ്യമാണ്. Why the blood of cockroach has no color? അപ്പോൾ മക്കൾ പറയണം, there is no respiratory pigment, no hemoglobin, it has no role in respiration. അപ്പോൾ ഈ ട്രാക്കിയൽ സിസ്റ്റത്തിന് നമ്മുടെ ബ്രീത്തിങ് സിസ്റ്റത്തിന്റെ പുറത്തേക്കുള്ള ഓപ്പണിംഗ് ഏതാ? നോസ്ട്രിൽ അല്ലേ? അതുപോലെ ട്രാക്കിയൽ സിസ്റ്റത്തിന്റെ പുറത്തേക്കുള്ള ഓപ്പണിംഗ് ആണ് സ്പൈറക്കിൾസ് എന്ന് പറയും. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയോ? 10 pairs. 10 ജോഡിയുണ്ട്. 10 pairs. So here the answer should be spiral. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓർത്ത് വെക്കണം, നമ്പർ ഓർത്ത് വെക്കണം, പേര് ഓർത്ത് വെക്കണം, ബ്ലഡിന് റോളില്ല അത് ഓർത്ത് വെക്കാം. പിന്നെ സിസ്റ്റത്തിന്റെ പേര് ഓർത്ത് വെക്കുക, ട്രാക്കിയൽ സിസ്റ്റം. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം. ഈച്ച് ഐ ഓഫ് കോക്രോച്ച് ഹാസ് 2000 ഒമാറ്റിഡിയ. കോക്രോച്ച് ഈസ് യൂറിക്കോടെലിക്. Ganglions and nervous tissues are more in body than head. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോക്രോച്ചിന്റെ കണ്ണിന്റെ പേര് കോമ്പൗണ്ട് ഐ എന്നാണ്. അതായത് ഒരു കണ്ണെന്ന് പറയുന്നത് കുറെ ചെറിയ കണ്ണുകൾ ചേർന്നാണ്. എത്ര എണ്ണം അറിയാം? കോക്രോച്ചിന്റെ ഹെഡില് ആകെ 2 ഗാംഗ്ലിയോണേ ഉള്ളൂ. അതാണ് ബ്രെയിൻ. ബോഡിയിൽ 6 ഗാംഗ്ലിയോൺസ് ഉണ്ട്. അപ്പൊ കൂടുതൽ ഗാംഗ്ലിയോണുകൾ എവിടെയാ? ബോഡിയിലല്ലേ? അതുകൊണ്ട് അവിടെ ഒരു സെന്റൻസ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, ഹെഡ് കട്ട് ചെയ്ത് കളഞ്ഞാലും ഇവൻ ഒരാഴ്ച കൂടി ജീവിച്ചിരിക്കും, കാരണം കൂടുതൽ നെർവസ് സിസ്റ്റം ഉള്ളത് ബോഡിയിലാണ്. അപ്പൊ ഇതും കറക്റ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓൾ ആർ കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈംസ് ദ നിംഫ് എക്സിബിറ്റ് മോൾട്ടിംഗ്? നമുക്കറിയാം ഒരു കോക്രോച്ചിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ കേട്ടിട്ടുണ്ട്. ആഫ്റ്റർ റീപ്രൊഡക്ഷൻ ഫീമെയിൽ കോക്രോച്ച് പ്രൊഡ്യൂസേഴ്സ് ഊത്തീക്ക. ഇതൊരു ചെറിയ ബാഗാണ്. ആ ബാഗിനുള്ളിൽ 14 to 16 എഗ് ഉണ്ടായിരിക്കും, മുട്ട ഉണ്ടായിരിക്കും. ആ മുട്ട ഇട്ട് വെച്ച ബാഗാണ് ഊത്തീക്ക. ഇത് വിരിയുമ്പോൾ കിട്ടുന്ന ആളാണ് നിംഫ്. അവിടെ NCERT ഒരു സെന്റൻസ് പറയുന്നുണ്ട്, നിംഫ് റിസംബിൾസ് അഡൽട്ട് ബട്ട് ഇറ്റ് ഹാസ് നോ വിങ്. ചിറകുണ്ടാവില്ല, അഡൽട്ടിനെ റിസംബിൾ ചെയ്യും. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? 13 പ്രാവശ്യം മോൾട്ടി എന്ന് പറഞ്ഞാൽ സ്കിൻ റിമൂവ് ചെയ്യും, പടം പൊഴിക്കുക എന്ന് പറയും, പാമ്പ് ചെയ്യുന്ന പോലെ 13 തവണ. അപ്പോൾ അത് അഡൽട്ടായിട്ട് മാറും, ചിറകൊക്കെ വെച്ച് അഡൽട്ടാവും. സോ ആൻസർ ഈസ് 13 times. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ബിഗ്ഡേസ് കനാൽ. ഈ ചോദ്യം ഞാൻ ഇടാൻ കാരണം യൂഷ്വലി ഫ്രോഗിൽ നിന്നും എർത്തുവമിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറില്ല. പക്ഷെ ഞാനൊരു സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഇട്ടുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. മുൻപ് ചോദിച്ചൊരു ചോദ്യം, ഇപ്പോഴല്ല, ഒരു 5-6 കൊല്ലം മുമ്പ് ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ചോദ്യം വരാറില്ല. ബിഗ്ഡേസ് കനാൽ ഈസ് ഫൗണ്ട് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സിസ്റ്റം ഓഫ് ഫ്രോഗ്? ഫ്രോഗിന്റെ ഏത് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബിഗ്ഡേസ് കനാൽ? ഞാനത് പറഞ്ഞുതരാം. ഫ്രോഗിന്റെ ടെസ്റ്റസ്, മെയിലിന്റെ ടെസ്റ്റസ് തുറക്കുന്നത് യൂറിനോ ജനൈറ്റൽ ഡക്റ്റിലേക്കാണ്. അവിടുന്നത് പുറത്തേക്ക് തുറക്കും, ഔട്ട്സൈഡ്, വെളിയിലേക്ക് തുറക്കും, ത്രൂ ക്ലോയേക്ക എന്ന് പറയും. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഈ ടെസ്റ്റസിനെ യൂറിനോജനറ്റിക് ഡക്റ്റിനെ കണക്ട് ചെയ്യുന്ന ഒരു കുഴലുണ്ട്. ആ കുഴലിന്റെ പേരാണ് ബിഗ്ഡേസ് കനാൽ. അപ്പൊ അത് കാണുന്ന മെയിലിൽ മാത്രമാണ്. സോ യൂറിനോജനറ്റൽ സിസ്റ്റം ഓഫ് മെയിൽ ഫ്രോഗ്. അതേപോലെ ഒരു ചോദ്യം ഞാൻ എർത്തുവമിന് സാമ്പിളായിട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ ചോദിക്കാറില്ല. The absorptive area of alimentary canal in earthworm is effectively increased by. നമ്മുടെ ഇൻഡസ്ട്രിനകത്തിൽ വില്ലൈ ഉണ്ട്. വില്ലൈ
അതുപോലെ എർത്ത്വമിൻ്റെ ഇൻഡസ്ട്രിനകത്തിൽ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ പേരാണ് ഡിഫ്ലോസോൾ. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത് ടിഷ്യൂ പാർട്ടും കോക്രോച്ചും മാത്രം. നന്നായി പഠിക്കാം. ഒന്ന് നോക്കി വെക്കാം. ഞാൻ കുറേ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. നിങ്ങളിൽ മെജോറിറ്റി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ ബി കൂൾ, സ്റ്റേ റിലാക്സ്, ടീം സൈലം ഈസ് വിത്ത് യു. നമ്മുടെ ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ ആവരുത്, റിലാക്സ്ഡ് ആകുക. ഇത് വെറും സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ഓവറോൾ റിവിഷൻ മാത്രമാണ്. ഇത് കണ്ട് പേടിക്കുകയേ ചെയ്യരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. നാളെ നമുക്ക് ഡെഫിനറ്റ്ലി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. ഇതെൻ്റെ ഉറപ്പാണ്. മറക്കരുത്. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. ബെസ്റ്റ് വിഷസ്. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. നോക്ക്, ഇനി ഞാൻ എടുക്കുന്നത് വലിയൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ കാണുക. എന്താണ് ആ ചാപ്റ്ററിന്റെ പേരെന്ന് നോക്കി? എവല്യൂഷൻ. നമ്മൾ ഈ വർഷം സെക്കൻഡറി പഠിച്ച എവല്യൂഷൻ. ഓക്കെ, ഇവിടെ എന്നോട് പലരും ചോദിക്കുന്നു എർത്വമില്ലേ ഫ്രോഗ് ഇല്ലേന്ന് ചോദിക്കുന്നു. നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മെയിനായിട്ട് ടിഷ്യൂ പാർട്ടും കോക്രോച്ചും പഠിച്ചാൽ നിങ്ങൾക്ക് എൻട്രൻസിന് അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാം. ഇനി മേ ബി ചിലപ്പോൾ എക്സസ് ആയിട്ട് ഇപ്പം നമുക്ക് 90 കൂടാതെ ഒരു 10 ചോദ്യം എക്സ്ട്രാ വരില്ലേ, അതിൽ മാത്രമേ അവർ എർത്ത്വമിൻ്റെ ഫ്രോഗിൻ്റെയും ക്വസ്റ്റ്യൻ ഇടുകയാണെങ്കിൽ തന്നെ ഈ 90 ചോദ്യങ്ങളിൽ എല്ലാം തന്നെ NCERT ആയിരിക്കും. അതായത് 90 NCERT നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഫ്രോഗും എർത്തും അത്ര സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നില്ല കേട്ടോ, പേടിക്കണ്ട. എവല്യൂഷനിലേക്ക് എത്താം. അപ്പോൾ ഐ ആം ബോൺ ടു വിൻ. പിന്നെ ഞാൻ പറഞ്ഞു ബി ഹാപ്പി, സ്റ്റേ കൂൾ, റിലാക്സ്, സൈലം ഈസ് വിത്ത് യു. ആദ്യത്തെ ടോപ്പിക് നമ്മൾ ഈ എവല്യൂഷൻ്റെ ഫസ്റ്റ് പഠിക്കുന്ന ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, ഒറിജിൻ ഓഫ് എർത്ത്, ഇത് രണ്ടുമാണ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എത്ര വർഷം മുമ്പായിരുന്നു? 20 ബില്യൺ ഇയേഴ്സ് ബാക്ക് ആയിരുന്നു. 20 ബില്യൺ ഇയേഴ്സ് ബാക്ക് ആയിരുന്നു ബൈ ബിഗ് ബാങ് തിയറി. ഇത് യൂണിവേഴ്സ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നതല്ല. ദ എർത്ത് വാസ് സപ്പോസ്ഡ് ടു ഹാവ് ബീൻ ഒറിജിനേറ്റഡ് അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി ഇയേഴ്സ് ബാക്ക്. അത് ഏതാണ്ട് യൂണിവേഴ്സ് ഉണ്ടായതിനു ശേഷം 4500 മില്യൺ ഇയർ ആയിരിക്കും. അപ്പൊ ഇവിടെ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കി. 4500 മില്യൺ അല്ലെങ്കിൽ 4.5 ബില്യൺ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ഇവിടെ ആൻസർ 4 ആണ്. സോ ആൻസർ ഈസ് 4. ബില്യൺ അല്ല, മില്യൺ. മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം. ഹൂ ഡിസ്പ്രൂവ്ഡ് ദ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ബൈ യൂസിങ് കിൽഡ് ഈസ്റ്റ്? നമുക്ക് 3 തിയറി നമ്മൾ കേട്ടിട്ടുണ്ട്. 2 തിയറി പ്രധാനമായിട്ട് കേട്ടിട്ടുണ്ട്. സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി, കോസ്മോസോവൻ തിയറി. ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി പറയുന്നത് മഡ്, അതുപോലെ ഡങ്, അതേപോലെ ബ്ലഡ്, ഇതിൽ നിന്നൊക്കെ തനിയെ ജീവൻ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. മാംസം, ഇതിൽ നിന്നൊക്കെ തനിയെ ജീവൻ ഉണ്ടാവും. ഇതാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി പറഞ്ഞത്. കോസ്മോസോവൻ തിയറി പറയുന്നത് വേറെ പ്ലാനറ്റിന് ഇങ്ങോട്ട് സ്പോറുകളായിട്ട് ലൈഫ് എത്തി എന്ന് പറയുന്ന തിയറിയാണ് കോസ്മോസോവൻ തിയറി. ഈ 2 തിയറി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിലെ ആദ്യത്തേത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി തെറ്റാൻ തെളിയിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ്. അദ്ദേഹം ഒരു ഫ്ലാസ്കിൽ, സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്കിൽ ഈസ്റ്റിനെ ഇട്ടിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തി. അത് ജസ്റ്റ് കേട്ടാൽ മാത്രം മതി, എക്സ്പെരിമെന്റ് പഠിക്കൊന്നും വേണ്ട. അങ്ങനെ അദ്ദേഹം തെളിയിച്ചു. അപ്പൊ ആൻസർ ഇവിടെ ലൂയിസ് പാസ്റ്റർ ആണ്. ഇവിടെ വേറെ 2 പേര് കൊടുത്തിട്ടുണ്ട്, ഒപ്പാർൻ ആൻഡ് ഹാൽഡെയ്ൻ. ഇവർ 2 പേരും കൂടിയാണ് ഓർഗാനിക് എവല്യൂഷൻ തിയറി കൊണ്ടുവന്നത്. ഓർഗാനിക് എവല്യൂഷൻ അല്ലെങ്കിൽ കെമിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞ തിയറി കൊണ്ടുവന്നത്. ആ തിയറി പ്രൂവ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ സ്റ്റാൻലി മില്ലറാണ്. ഒരു പടം കണ്ടിട്ടില്ലേ, ഒരു വലിയ അപ്പാരറ്റസിന്റെ? അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റിന്റെ പേരാണ് സ്പാർക്ക് ചേംബർ എക്സ്പെരിമെന്റ്. ഈ ഫിഗർ ഒന്ന് നോക്കി വെച്ചോളൂ, അതുപോലെ ഇയാളുടെ പേര് ഓർത്ത് വെച്ചോളൂ. കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലെ ഓർഗാനിക് എവല്യൂഷൻ തിയറി കൊണ്ടുവന്ന ആരാണ്? ഒപ്പാർൻ ആൻഡ് ഹാൽഡെയ്ൻ ആണ്. ഞാൻ നേരത്തെ ഇവിടെ ഒറിജിൻ ഓഫ് എർത്ത് പറഞ്ഞു, 4500 മില്യൺ ഇയേഴ്സ് ബാക്ക് ആണ്. അന്നത്തെ എർത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോട്ടായിരുന്നു, വോൾക്കാനിക് എറപ്ഷൻസ് ഉണ്ടായിരുന്നു, മോൾട്ടൺ മാസ് ആയിരുന്നു, അതിൻ്റെ സർഫസിൽ ലൈഫ് ഇല്ലായിരുന്നു. അതുപോലെ അന്നത്തെ എർത്തിന്റെ സർഫസിൽ മീഥൈൻ ഉണ്ടായിരുന്നു, അമോണിയ ഉണ്ടായിരുന്നു, ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നു, നോ ഫ്രീ ഓക്സിജൻ. ഫ്രീ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. ഇത്രയും ഗ്യാസ് ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ഈ ഗ്യാസസ് ഏതൊക്കെയായിരുന്നു എന്ന് പഠിക്കണം. റെഡി അല്ലേ?
ക്ലിയർ അല്ലേ? അപ്പോൾ ഏൻഷ്യന്റ് എർത്തിലുള്ള ഗ്യാസസ് പഠിക്കണം. ആ കെമിക്കൽ എവല്യൂഷൻ തിയറി കൊണ്ടുവന്ന ആൾക്കാർ ഒപ്പാരൻ ഹാൾഡേൻ പേര് പഠിക്കണം. അത് പ്രൂവ് ചെയ്ത സ്പാർക്ക് ചേംബർ എക്സ്പെരിമെന്റ് ചെയ്ത മില്ലറുടെ പേര് പഠിക്കണം. അന്നത്തെ എർത്തിലെ ഗ്യാസസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. അടുത്തത്, വാട്ട് വാസ് ദ കണ്ടീഷൻ ഓൺ പ്രിമിറ്റീവ് എർത്ത് ആഫ്റ്റർ ഇറ്റ്സ് ഒറിജിൻ എക്സെപ്റ്റ്, വായിച്ചേ, ഹൈ ടെമ്പറേച്ചർ, വോൾക്കാനിക് സ്റ്റോംസ്, presence of gases like methane, ammonia, water vapor, etc., presence of cyanobacteria. ഇതിൽ ഏതാണ് ഇല്ലാതിരുന്നത്? ഞാൻ പറഞ്ഞു ഈ ഒരു കണ്ടീഷൻ ഭയങ്കര ടെമ്പറേച്ചർ, വോൾക്കാനിക് സ്റ്റോംസ് ഒക്കെ ഉള്ള സമയത്ത് ലൈഫ് ഉണ്ടായിട്ടില്ല. 4500 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ലൈഫ് ഉണ്ടാകുന്നത്. ഈ 4500 വീണ്ടും 500 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞ് 4000 മില്യൺ ഇയേഴ്സിലാണ്. ഈ സമയത്തുള്ള കണ്ടീഷനായി പറയുന്നത്. അപ്പൊ അന്ന് സയനോബാക്ടീരിയ ഒരു ലിവിങ് ഓർഗാനിസമാണ്, അതില്ല. 4 ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അനലോഗസ് ഓർഗൻസ് ആണ്. നമ്മൾ എവിഡൻസസിലേക്ക് എത്തി. നമ്മൾ 2 ടൈപ്പ് ഓർഗൻസ് പഠിക്കുന്നുണ്ട്. ഓർഗൻസ് ഹാവിങ് സിമിലർ ഒറിജിൻ സെയിം ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് ഫങ്ഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അവരെ ഹോമലോഗസ് എന്ന് പറയും. ഹോമലോഗസ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ ഒരു ഓർഗാനിസത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒറിജിനിൽ നിന്ന് 2 ഡിഫറെന്റ് ഫോമിൽ. ഇപ്പൊ നമ്മൾ അവിടെ ഒരു എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. ടെൻഡ്രിൽ ഓഫ് കുക്കുർമിറ്റ, തോൺ ഓഫ് ബോഗൻവില്ല. 2ന്റെ ഫംഗ്ഷൻ ഡിഫറെന്റാ, പക്ഷെ 2ഉം ബേസിക്കലി ഓക്സിലറി ബഡാണ്. ശരിയല്ലേ? ചീറ്റന്റെ കാല്, മനുഷ്യന്റെ കാല്, ബാറ്റിന്റെ ചിറക്, അതേപോലെ വെയിലിന്റെ തുഴ, ഇതിന്റെ എല്ലാം ഇന്റേണൽ സ്ട്രക്ചർ ഒറിജിൻ സെയിം ആണ്. അനാട്ടമി ഒറിജിൻ ഒക്കെ സെയിം ആണ്, പക്ഷെ ഫംഗ്ഷൻ ഡിഫറെന്റാ, ഹോമലോഗസ് ആണ്. ഇനി അനലോഗസ് ഓർഗൻസ് പറഞ്ഞാൽ 2 ഒറിജിനും 2 ഡിഫറെന്റ് ആൻസെസ്റ്റേഴ്സിന് ഒരേ ഫോമിലേക്ക് ഓർഗൻ വരിക. 2 ഡിഫറെന്റ് ആൻസെസ്റ്റേഴ്സ്, 2 ഒറിജിനിൽ നിന്ന് ഒരേ പാറ്റേണിലേക്ക് ഫംഗ്ഷൻ വരികയാണെങ്കിൽ അത് അനലോഗസ് ആയിരിക്കും. ഓക്കെ അല്ലേ? എക്സാമ്പിൾ, ഐ ഓഫ് ഒക്ടോപ്പസ്. NCERT കൊടുത്തിട്ടുണ്ട്. ഐ ഓഫ് മാമൽ. ഇത് 2 കണ്ടാൽ ഒരുപോലെ ഇരിക്കും, ഫംഗ്ഷൻ സെയിം ആണ്. പക്ഷെ ഒക്ടോപ്പസ് മോളുസ്കയും മാമൽ വേറെ കോഡേറ്റഡ് ഇങ്ങനെ അറ്റത്തും വരുന്ന 2 ഒറിജിനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അനലോഗസ് ഓർഗൻസ് എന്താന്ന് ചോദിച്ചാൽ മക്കൾ പറ, ഓർഗൻസ് ഹാവിങ് ഡിഫറെന്റ് ഒറിജിൻ ആൻഡ് ഓൾമോസ്റ്റ് സിമിലർ ഫങ്ഷൻസ്. 2 ഈസ് ദ റൈറ്റ് ആൻസർ. എല്ലാവരും പറഞ്ഞു. അടുത്ത ചോദ്യം, 3 ഫോംസ് ഓഫ് എവല്യൂഷൻസ് ആർ ഗിവൺ ബിലോ. വിച്ച് വൺ ഈസ് ആൻ എക്സെപ്ഷൻ ഫോർ ആന്ത്രപ്പോജനിക് എവല്യൂഷൻ? അപ്പോൾ ശ്രദ്ധിക്കണം, ആന്ത്രപ്പോജനിക് എവല്യൂഷനെ പറ്റി NCERT ഒരു സെന്റൻസേ കൊടുത്തിട്ടുള്ളൂ. ഇറ്റ് ഇസ് എ എവല്യൂഷൻ ഇനിഷ്യേറ്റഡ് ബൈ മാൻ ഓർ ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് മാൻ. മനുഷ്യന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടാക്കിയ എവല്യൂഷന് വിളിക്കുന്ന പേരാണ് ആന്ത്രപ്പോജനിക് എവല്യൂഷൻ. ഹ്യൂമൻ എവല്യൂഷൻ മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, മനുഷ്യന്റെ എവല്യൂഷനാണ്. അത് മനുഷ്യന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടായതല്ല. അപ്പൊ ഇത് തെറ്റാണ്. പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസ് ഇൻ ഇൻസെക്ട്, ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ സ്ഥിരമായിട്ട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻസെക്ട്സിന് അതിനെതിരെ റെസിസ്റ്റിവിറ്റി വരും. എന്നിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന പുതിയൊരു തരം ഇൻസെക്ട് ഉണ്ടാകും. അപ്പൊ അതൊരു പുതിയ തരം ഇൻസെക്ട് ഉണ്ടാക്കിയത് മനുഷ്യനല്ലേ ഇത് സ്പ്രേ ചെയ്തിട്ട്? അപ്പൊ അത് ആന്ത്രപ്പോജനിക് അല്ലേ? ഹെർബിസൈഡ് റെസിസ്റ്റൻസ് ഇൻ വീഡ്, കളകളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ കളനാശിനി സ്പ്രേ ചെയ്യും. പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ അതിനെതിരെ റെസിസ്റ്റൻസ് ഉള്ള ഒരു വെറൈറ്റി ഉണ്ടാവും, പുതിയൊരു വെറൈറ്റി ഉണ്ടാവും. അതിന്റെ കാരണക്കാർ മനുഷ്യനല്ലേ? അപ്പൊ വീഡ്സ്. ഇൻഡസ്ട്രിയൽ മെലാനിസം, നമ്മുടെ ബിസ്റ്റൺ ബിറ്റുലേറിയ, ബിസ്റ്റൺ കാർബണേറിയ, പെപ്പേഡ് മോത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 1850 സെലക്ട് ചെയ്യപ്പെട്ടത് വൈറ്റ് മോത്തായിരുന്നു. അന്ന് പൊല്യൂഷൻ ഇല്ലായിരുന്നു. 1920 സെലക്ട് ചെയ്യപ്പെട്ടത് ബ്ലാക്ക് മോത്തായിരുന്നു. അന്ന് പൊല്യൂഷൻ ഉണ്ടായിരുന്നു. ലൈക്കന്റെ കളർ ചേഞ്ച് ചെയ്തു, പഠിച്ചിട്ടുണ്ട്. അവിടെ ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? മനുഷ്യനാണ് പൊല്യൂഷൻ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് കറക്റ്റാണ്. അപ്പൊ എക്സെപ്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഹ്യൂമൻ എവല്യൂഷൻ ആയിരിക്കും. അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദി ഫോളോയിങ് എവല്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ? അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ എന്താണ്? ഇതാ നോക്ക്. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ഒരു പർട്ടിക്കുലർ ഏരിയ, അവിടെ ഒരു ആൻസെസ്റ്റർ ഉണ്ട് എക്സ്. ഇതിൽ നിന്ന് പല ഡയറക്ഷനിലേക്ക് ഡൈവേർജന്റ് എവല്യൂഷൻ നടക്കുന്നു. ഇതൊരു സ്ഥലമാണ് എ, ഇതൊരു സ്ഥലമാണ് ബി, ഇതൊരു സ്ഥലമാണ് സി. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ ആ ഒരു ആൻസെസ്ട്രിയിൽ നിന്ന് എ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എവല്യൂഷൻ നടക്കുന്നു, ബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എവല്യൂഷൻ നടക്കുന്നു, സിയിലേക്ക് എവല്യൂഷൻ നടക്കുന്നു.
അപ്പം ഒരു ജോഗ്രഫിക്കൽ ഏരിയന്ന് ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഏരിയസിലേക്ക് എവല്യൂഷൻ നടന്നാൽ, ഡൈവേർജന്റ് എവല്യൂഷൻ നടന്നാൽ അതിന് വിളിക്കുന്ന പേരാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. സോ അഡാപ്റ്റീവ് റേഡിയേഷൻ ഈസ് ദ ഡൈവേർജന്റ് എവല്യൂഷൻ occurring from one geographical area to another geographical area. എക്സാമ്പിൾ ആണ് നമ്മുടെ ഡാർവിൻസ് ഫ്രിഞ്ചസ് ഓഫ് ഗാലപ്പാഗോസ് ഐലൻഡ്സ്. സൗത്ത് അമേരിക്കയിൽ നിന്ന് ഗാലപ്പാഗോസ് ഐലൻഡ്സിലേക്ക് അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നു. എവല്യൂഷൻ ഓഫ് മാർസുപ്പിയൽസ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ മാത്രം കാണുന്ന അനിമൽസ് ആണ് മാർസുപ്പിയൽസ്, അവരുടെ റേഡിയേഷൻ. എവല്യൂഷൻ ഓഫ് പ്ലാസന്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ, അതും എക്സാമ്പിൾ ആണ്. ഇത് 3 എക്സാമ്പിൾ ആണ്. ആൻസർ ഓൾ ആർ എക്സാമ്പിൾസ് ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇനി അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് 2 or more adaptive radiations are occurring in same isolated geographical area, then it will lead to. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത് ഒരു ആൻസിസ്റ്ററാണ് എക്സ്. ഇതിൽ നിന്ന് അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കുന്നു 2 സ്ഥലത്തേക്ക്. ഇതൊരു സ്ഥലമാണ്. ഓക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞ ഒരാളുണ്ടായി, എക്സിന്ന് ഉണ്ടായി. ഓക്കെ, എക്സിന്ന് എ ഉണ്ടായി. ഇനി വേറെ സ്ഥലത്തേക്കും എവല്യൂഷൻ നടന്നു. ഇത് വേറെ സ്ഥലമാണ്. അവിടെ ബി എന്ന് പറഞ്ഞ ഒരാളുണ്ടായി. അപ്പൊ എക്സിന്ന് ബി ഉണ്ടായി. 2 സ്ഥലത്തേക്കല്ലേ, അപ്പൊ അതൊരു അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലേ. ഇനി അവിടെ തന്നെ വൈ എന്ന് പറഞ്ഞൊരു ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു, വേറൊരു ആൻസിസ്റ്റർ. അതിൽ നിന്ന് അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നു ഈ സ്ഥലത്തേക്ക്, എ ഉള്ള സ്ഥലത്തേക്ക്. അയാളുടെ പേരാണ് സി. ഉണ്ടായ ആളുടെ പേരാണ് സി. വൈന്ന് ബി ഉള്ള സ്ഥലത്തേക്കും അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നു. ആളുടെ പേരാണ് ഡി. എൻ്റെ ചോദ്യം ശ്രദ്ധിക്കൂ, ഇതൊരു അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലേ മക്കൾ? നോക്ക്, ഇതൊരു അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലേ? ഒരു സ്ഥലത്തുനിന്ന് 2 ഡിഫറെന്റ് ജോഗ്രഫിയിലേക്ക്. ഇതൊരു അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലേ? ഒരു സ്ഥലത്തുനിന്ന് 2 ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക്. നോക്ക്, ഇവിടെ ഏരിയ സെയിം അല്ലേ നോക്കി. അപ്പൊ സെയിം ഏരിയ വരുന്ന ആൾക്കാർക്ക് സിമിലർ പ്രോപ്പർട്ടി വരില്ലേ, അവിടുത്തെ ഹാബിറ്റാറ്റ് അനുസരിച്ചിട്ട്. ഇപ്പൊ ഈ ഏരിയ വന്ന എക്കും സിക്കും ഏതാണ്ട് ഒരേപോലെ ആയിരിക്കും അവരുടെ മോർഫോളജി. അതിന് പറ്റിയ രീതിയിലായിരിക്കും, ആ സ്ഥലത്തിന് പറ്റിയ രീതിയിലായിരിക്കും. ഈ ഏരിയയിലേക്ക് വന്ന ബിക്കും ഡിക്കും ഏതാണ്ട് ഒരേ മോർഫോളജി ആയിരിക്കും, ഒരേ ക്യാരക്ടർ ആയിരിക്കും. പക്ഷെ അവരുടെ ഒറിജിൻ ഡിഫറൻ്റ് അല്ലേ. സിയും ഡിയും ഉണ്ടായത് വൈയിൽ നിന്നാണ്, എയും ബിയും ഉണ്ടായത് എക്സിൽ നിന്നാണ്. അപ്പൊ ഡിഫറെന്റ് ആൻസിസ്റ്ററിൽ നിന്ന് ഒരേ ഫോമിലേക്ക്, ഇവിടെ ഒരേ ഫോമിലേക്ക് വന്നു, ഒരേ സ്ഥലത്ത് ഒരേ ഫോമിലേക്ക് വന്നു, ഇവിടെ ഒരേ സ്ഥലത്ത് ഒരേ ഫോമിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ കൺവേർജന്റ് എവല്യൂഷൻ അല്ലേ? സോ ദ ആൻസർ ഷുഡ് ബി കൺവേർജന്റ് എവല്യൂഷൻ. 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് കാണിക്കാൻ ഒരു ടേബിൾ ഉണ്ട് NCERT-ൽ. ഈ ടേബിൾ ഞാൻ കാണിച്ചു തരാം. പ്ലാസന്റൽ മാമൽസ് റേഡിയേറ്റ് ചെയ്ത ഓസ്ട്രേലിയയിലാണ്. അതേ സ്ഥലത്ത് മാർസുപ്പിയൽ മാമൽസും റേഡിയേറ്റ് ചെയ്തു, 2 അഡാപ്റ്റീവ് റേഡിയേഷൻ. അപ്പോൾ ഉണ്ടായ ആൾക്കാരെ നോക്കിയാൽ പ്ലാസന്റൽ മോള് മാർസുപ്പിയൽ മോള് ഒരേപോലെ ഇരിക്കും, പക്ഷെ 2 ഒറിജിനും അവർ കൺവേർജന്റ് എവല്യൂഷൻ. ദ ആൻറ്റീറ്റർ ആൻഡ് ദ നംബാറ്റ് കണ്ടാൽ ഒരുപോലെ ഇരിക്കും, കൺവേർജന്റ് എവല്യൂഷൻ. 2 ഡിഫറൻ്റ് എന്ന് വന്ന ഒരാൾ പ്ലാസന്റൽ, ഒരാൾ മാർസുപ്പിയൽ. അങ്ങനെ വോൾഫ്, ടാസ്മേനിയൻ വോൾഫ്. ഈ ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. അടുത്തത് നാച്ചുറൽ സെലക്ഷൻ ഓഫ് എ മീൻ ക്യാരക്ടർ ഔട്ട് ഓഫ് 3 ട്രൈറ്റ്സ് ഈസ് കോൾഡ്. നമ്മുടെ ഡാർവിൻ പറഞ്ഞ സെലക്ഷൻ അറിയാം, നാച്ചുറൽ സെലക്ഷൻ അല്ലേ? അപ്പോൾ കുറേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓവർ പ്രൊഡക്ഷൻ. ഒരു ജീവി ഒത്തിരി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ ഉണ്ടാക്കുന്നു. ഒരിക്കലും അവർ പരസ്പരം ഒരുപോലെ ഇരിക്കില്ല, അവരുടെ ഇടയ്ക്ക് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കും? പറ്റിയൊരു സാഹചര്യം വരുമ്പോൾ, മീൻസ് ഒരു സ്ട്രഗിൾ വരുമ്പോൾ ഫേവറബിൾ വേരിയേഷൻ ഉള്ള ഒരു സർവൈവ് ചെയ്യും, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ. ഇപ്പൊ 5 ഡിഫറെന്റ് ക്യാരക്ടർ ഉണ്ട്. ഒരു സ്ട്രഗിൾ വന്നപ്പോൾ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ സെലക്ട് ചെയ്തു, ബാക്കി ഇല്ലാണ്ടായി. നാച്ചുറൽ സെലക്ഷൻ ആണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് ഒന്ന് നോക്കിയേ. 3 ക്യാരക്ടർ ഉണ്ട്. ഹൈ ക്യാരക്ടർ, മീൻ ക്യാരക്ടർ, ലോ ക്യാരക്ടർ എന്ന് വെച്ചോ. 3 ക്യാരക്ടർ ഉണ്ട്. നാച്ചുറൽ സെലക്ഷൻ നടന്നപ്പോൾ ഹൈ മാത്രം സെലക്റ്റഡ് ആയി, ബാക്കി 2 ഇല്ലാണ്ടായി. അല്ലെങ്കിൽ ലോ സെലക്റ്റഡ് ആയി, ബാക്കി 2 ഇല്ലാണ്ടായി. ഇങ്ങനത്തെ സെലക്ഷൻ ആണെങ്കിൽ ഡയറക്ഷണൽ എന്ന് പറയും. ഹൈയും ലോയും ഇല്ലാണ്ടായി, മീഡിയം മാത്രം സെലക്റ്റഡ് ആയാൽ സ്റ്റെബിലൈസിംഗ് എന്ന് പറയും. ഹൈയും ലോയും സെലക്റ്റഡ് ആയി, മീഡിയം ഇല്ലാണ്ടായാൽ ഡിസ്റപ്റ്റീവ് എന്ന് പറയും. അപ്പം നാച്ചുറൽ സെലക്ഷൻ എത്ര രീതിയിലുണ്ട്? ഡയറക്ഷണൽ, സ്റ്റെബിലൈസിംഗ്, ഡിസ്റപ്റ്റീവ്. ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ ഐദർ ഹൈ ഓർ ലോ ആർ സെലക്റ്റഡ്. സ്റ്റെബിലൈസിംഗ് എന്ന് പറഞ്ഞാൽ മീഡിയം ക്യാരക്ടർ ഈസ് സെലക്റ്റഡ്.
ഡിസ്റപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ബോത്ത് ഹൈ ആൻഡ് ലോ ആർ സെലക്ടഡ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ മക്കൾ പറ? നാച്ചുറൽ സെലക്ഷൻ ഓഫ് മെയിൻ ക്യാരക്ടർ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ. 3 ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ പ്രപ്പോസ്ഡ് ബൈ ഡീവ്രീസ് ഈസ് കോൾഡ്. നമ്മുടെ ഹ്യൂഗോ ഡീവ്രീസ് പ്രപ്പോസ് ചെയ്ത തിയറിയാണ് മ്യൂട്ടേഷൻ. അപ്പൊ അതിന് അദ്ദേഹം ഒരു പേരിട്ടു. പെട്ടെന്ന് നടക്കുന്ന സിംഗിൾ സ്റ്റെപ്പായിട്ട് സഡൻലി നടക്കുന്ന മ്യൂട്ടേഷൻ ഒരു പേരിട്ടു സോൾട്ടേഷൻ. ഇത് NCERT കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫിൽ ചെറിയൊരു പാരഗ്രാഫാണ് സോൾട്ടേഷൻ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടർ ക്യാൻ അപ്സെറ്റ് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം ആൻഡ് ക്യാൻ ലീഡ് ടു എവല്യൂഷൻ. ഈ തിയറി പറയുന്നത് ഞാനൊന്ന് ബ്രീഫായിട്ട് പെട്ടെന്ന് പറഞ്ഞുതരും, ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു സ്ഥലമാണ്, ഒരു പർട്ടിക്കുലർ ഏരിയ. അവിടെ കുറെ ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഏതോ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഓർഗാനിസംസ്. ഇവർ ഐസൊലേറ്റഡ് ആണ്. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ അവർ മാത്രമേ ഉള്ളൂ, പുറത്ത് വേറെ ആരുമില്ല. എന്ന് വെച്ചാൽ ഇവരെ പോലെ വേറെ ആരും ചുറ്റുമില്ല. ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലത്തൊന്നും ഇവരെ പോലെ ആരുമില്ല. ഈ ഒരു പ്ലേസിൽ ഇവർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ അവിടെ 2 അല്ലീലുണ്ടെന്ന് വിചാരിക്കുക. ആ പോപ്പുലേഷന് 2 അല്ലീലുണ്ട്. എ എന്ന് പറഞ്ഞ അല്ലീലുണ്ട്, സ്മോൾ എന്ന് പറഞ്ഞ അല്ലീലുണ്ട്. എയുടെ ഫ്രീക്വൻസിയാണ് P, സ്മോൾ എയുടെ ഫ്രീക്വൻസിയാണ് Q. അങ്ങനെയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഈ 2 അല്ലീല് മാത്രമേ അവിടെ കാണുള്ളൂ. കാരണം അതൊരു ഐസൊലേറ്റഡ് പോപ്പുലേഷനാണ്. അവിടേക്ക് ആരും വരുന്നില്ല, അവിടെ നിന്ന് ആരും പോകുന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ 2 പേരുടെയും ആ ഒരു ഇക്വിലിബ്രിയം കാണിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. P + Q the whole square is equal to P square plus 2PQ plus Q square is equal to 1. ഇവിടെ P square എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ, PQ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ സ്മോൾ എ, Q square എന്ന് പറഞ്ഞാൽ സ്മോൾ എ. അപ്പൊ എത്ര കാലം കഴിഞ്ഞാലും ഈ 2 അല്ലിലേ അവിടെ ഉണ്ടാവുള്ളൂ. ഇനി അഥവാ പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ, ഇപ്പൊ ഇവിടെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഇങ്ങോട്ട് വന്നാൽ പുതിയൊരു ജീൻ വരും, അവിടെ ഇല്ലാത്തൊരു ജീൻ വരും. അപ്പൊ അവിടെ പുതിയൊരു ക്യാരക്ടർ വരും, ഇക്വിലിബ്രിയം അപ്സെറ്റ് ആവും, എവല്യൂഷൻ നടക്കും. ഇവിടെ നിന്ന് ഏതെങ്കിലും കുറെ പേര് അങ്ങ് പോയാൽ ചിലപ്പോൾ ഒരു അല്ലിൽ അങ്ങ് ലോസ് ആകും. അപ്പോഴും ഇക്വിലിബ്രിയം അപ്സെറ്റ് ആവും, ഒരു ക്യാരക്ടർ നഷ്ടപ്പെടും, അത് എവല്യൂഷനാണ്. എന്ന് വെച്ചാൽ ഈ ഇക്വിലിബ്രിയത്തിൽ എന്ത് ചേഞ്ച് വന്നാലും അത് എവല്യൂഷനാണ്. അതുണ്ടാക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. മ്യൂട്ടേഷൻ ഒരു ഫാക്ടറാണ്, നാച്ചുറൽ സെലക്ഷൻ ഒരു ഫാക്ടറാണ്, ജനറ്റിക് ഡ്രിഫ്റ്റ് ആൻഡ് ഫൗണ്ടർ എഫക്ട് ഇത് 2 ഫാക്ടേഴ്സാണ്. ജീൻ മൈഗ്രേഷൻ, ജീൻ ഫ്ലോ, ജീൻ റീകോമ്പിനേഷൻ. ഇതെല്ലാം നിങ്ങളോട് ചോദിക്കും എത്ര എണ്ണം ഉണ്ട്. മ്യൂട്ടേഷൻ ഉണ്ട്, നാച്ചുറൽ സെലക്ഷൻ ഉണ്ട്, ജനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ട്, ഫൗണ്ടർ എഫക്റ്റ് ഉണ്ട്, ജീൻ മൈഗ്രേഷൻ ഉണ്ട്, ജീൻ ഫ്ലോ ഉണ്ട്, റീകോമ്പിനേഷൻസ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയത്തെ അപ്സെറ്റ് ആക്കും, എവല്യൂഷന് കാരണമാകും. സോ 4th ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. Which ancient human has brain capacity of 900 cc? Homo sapiens neanderthalensis, Homo erectus, Homo habilis, Homo sapiens. നോക്കൂ, ഹോമോ സാപ്പിയൻസിന് 1400 cc ആണ്. ഹോമോ സാപ്പിയൻസ് നിയാൻഡർതാലൻസിന് 1400 cc ആണ്. ഹോമോ എറക്ടസിന് 900 ആണ്. ആൻഡ് ഹോമോ ഹാബിലിസിന് അപ്രോക്സിമേറ്റ്ലി 650 to 800 ആണ്. cc കേട്ടോ, ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ ഹോമോ എറക്ടസ് ആണ്. ക്ലിയർ അല്ലേ? ഇവരുടെ ബ്രെയിൻ കപ്പാസിറ്റീസ് മൊത്തം പഠിക്കണം, അവർ ജീവിച്ചിരുന്ന കാലം മൊത്തം പഠിക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഇതോടെ നമ്മളൊരു സാമ്പിൾ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് എവല്യൂഷൻ ഇവിടെ അവസാനിച്ചു. ബി കൂൾ, സ്റ്റേ റിലാക്സ്, ടീം സൈലം ഈസ് വിത്ത് യു. ഓക്കെ, നമുക്ക് അപ്പോൾ ഇവിടെ ഞാൻ ഒരു ബെസ്റ്റ് വിഷൻസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞ് ചാപ്റ്റർ, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ചാപ്റ്റർ. ആ ചാപ്റ്റർ കേട്ടോടുകൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാളെ ഒരു ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആ ചാപ്റ്ററിലേക്ക് എത്തുകയാണ്. ചാപ്റ്ററിന്റെ പേര് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ദേ നോക്കൂ, അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞോണം കേട്ടോ. ഇത് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. ഇത് പറയും, ഉറപ്പാ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കൊന്ന് കൈമുട്ടിക്കാം. അടിപൊളി. ഓക്കെ, നല്ല സ്മാർട്ടായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് സ്മൈലോട് കൂടി ചിരിച്ചോണ്ടിരിക്കണം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ എഴുതാൻ പോകുമ്പോൾ ടെൻഷനായിട്ട് പോകരുത് കേട്ടോ. എൻ്റെ ഒരു അപേക്ഷയാണ്. റിലാക്സ്ഡായിട്ട് പോവുകയാണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഐ എം ബോൺ ടു വിൻ. ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യും, എൻ്റെ കാര്യമല്ല നിങ്ങളുടെ കാര്യം. ബി ഹാപ്പി, സ്റ്റേ കൂൾ ആൻഡ് റിലാക്സ്. ടീം സൈലം ഈസ് വിത്ത് യു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ദാ
ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പാരഗ്രാഫ്. ഇൻ 1951 അവർ കൺട്രി ഇനിഷ്യേറ്റഡ്. നമ്മുടെ രാജ്യത്ത് 1951 ഒരു പ്രത്യേക പ്രോഗ്രാം ആരംഭിച്ചു. അത് ഏതാണ് പറയാമോ? നത്തിങ്, വളരെ സിമ്പിൾ, ഫാമിലി പ്ലാനിങ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് അൻ എയിം ഓഫ് RCH? RCHന്റെ ഫുൾ നെയിം നമുക്കറിയാം. പണ്ട് ഫാമിലി പ്ലാനിങ് ആയിരുന്നു, ഇപ്പൊ അത് മാറ്റിയിട്ട് റീപ്രൊഡക്ഷൻ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. റീപ്രൊഡക്ഷൻ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ എയിം അല്ലാത്തത് ഏതാണ്? ഇൻട്രഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ സ്കൂൾ. Try to avoid myth and misconceptions in children among sex-related aspects. Give awareness in children about how to perform MTP. Abortion, medical termination of pregnancy, എങ്ങനെ ചെയ്യാമെന്ന് ബോധവൽക്കരിക്കുക. Give awareness about STD. തെറ്റായത് ഏതാ? ഇതല്ലേ അല്ലേ? MTP ചെയ്യുന്നു പഠിപ്പിക്കുന്നതല്ലല്ലോ നമ്മുടെ RCH. ബാക്കിയെല്ലാം RCHന്റെ ഫംഗ്ഷനാണ്. അപ്പൊ RCHന്റെ ഫംഗ്ഷൻസ് ഒന്ന് ഓടിച്ച് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആൻസർ 3 ആണ്. ചെയ്തു. സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഓഫ് അമ്നിയോസെന്റസിസ് ഇൻ ഇന്ത്യ ഈസ് ബിക്കോസ് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറച്ച് കുത്തിയെടുത്തിട്ട് അതിൽ ഫീറ്റൽ സെൽ ഉണ്ടാവും, അതുപോലെ മെറ്റബോളിക് മെറ്റീരിയൽസ് ഉണ്ടാവും, പ്ലാസെന്റൽ സെൽസ് ഉണ്ടാവും. ഇത് അനലൈസ് ചെയ്തിട്ട് കുട്ടിക്ക് എന്തെങ്കിലും ക്രോമസോമൽ ഡിസോർഡർ ഉണ്ടോ, അല്ല ജനറ്റിക് ഡിസോർഡർ ഉണ്ടോ, മെറ്റബോളിക് ഡിസോർഡർ ഉണ്ടോ, ഇത് കണ്ടുപിടിക്കാനുള്ള നല്ല ടെസ്റ്റാണ് അമ്നിയോസെന്റസിസ്. പക്ഷെ അതുകൊണ്ടൊരു കുഴപ്പം കൂടിയുണ്ട്, സെക്സ് കൂടി കണ്ടുപിടിക്കാം. അതുകൊണ്ട് അത് നിയമപരമായിട്ട് ഇന്ത്യയിലെ ബാൻഡാണ്. അപ്പോൾ വായിച്ചു നോക്ക്. ഇറ്റ് ക്യാൻ ഫൈൻഡ് ഔട്ട് ക്രോമസോമൽ ഡിസോർഡർ, ഇറ്റ് ക്യാൻ ഫൈൻഡ് ഔട്ട് മെറ്റബോളിക് ഡിസോർഡർ, ഇറ്റ് ക്യാൻ ഫൈൻഡ് ഔട്ട് സെക്സ് ഓഫ് ദി ചൈൽഡ്, ഇറ്റ് ക്യാൻ ഡാമേജ് അമ്നിയോട്ടിക് കവറിംഗ്. ഇതിൽ എന്തുകൊണ്ടാണ് ഇത് ബാൻ ചെയ്തത്? ആൻസർ 3 ആണ്. ഇറ്റ് ക്യാൻ ഫൈൻഡ് ഔട്ട് സെക്സ് ഓഫ് ദി ചൈൽഡ്. CDRI is a scientific research center. മുഴുവൻ പേര് ഞാൻ പറയാം. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവര് ഒരു പർട്ടിക്കുലർ ടാബ്ലറ്റ് ഡെവലപ്പ് ചെയ്തു, സഹേലി എന്ന് പറയും. കണ്ടോ, ആ ഒരു കൺസെപ്റ്റ് അവിടെ വന്നു ക്വസ്റ്റിനകത്തിൽ. അത് നോൺ സ്റ്റിറോയിഡലാണ്, കോൺട്രാസെപ്റ്റീവ് ആണ്, ഗർഭനിരോധന ഗുളികയാണ്. എന്ന് വെച്ചാൽ സ്റ്റിറോയിഡ്സ് ഒന്നും ഇല്ല, സേഫ് ആണ്. ഇത് ഈ സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡൽഹി, ലക്നൗ, ഹൗറ, പഞ്ചാബ്. പറയാമോ? ആൻസർ 2 ആണ്, ലക്നൗ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ CDRയുടെ ഫുൾ നെയിം കിട്ടിയല്ലോ, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരുണ്ടാക്കിയ ഡ്രഗ് കിട്ടിയല്ലോ, സഹേലി. അത് നോൺ സ്റ്റിറോയിഡൽ അല്ലേ, അത് കിട്ടിയല്ലോ. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഈസ് കറന്റ്ലി എ പ്രോബ്ലം ഫേസിങ് ഇൻ മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ദിസ് ഈസ് ബിക്കോസ് ഓഫ് നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഡിക്ലൈൻ ഇൻ MMR, maternal mortality rate, decline in infant mortality rate or IMR, increase in reproductive age group, all of this. ഓർമ്മയുണ്ടോ ഈ പാരഗ്രാഫ്? ഇതേ സംഭവങ്ങളാണ് അല്ലേ? അമ്മമാരുടെ മരണസംഖ്യ കുറഞ്ഞു, ജനിക്കുമ്പോൾ കുട്ടികൾ മരിക്കാനുള്ള സാധ്യത കുറഞ്ഞു, അഡോലസെന്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് കൂടി. സോ ആൻസർ ഈസ് 4 ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, കൊയ്റ്റസ് ഇന്ററപ്റ്റസ് ഈസ് എ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. ഇറ്റ് ബിലോങ്സ് ടു. കൊയ്റ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഈ സെമൻ വരുന്നതിന് മുമ്പ് മെയിൽ അയാളുടെ പെനിസ് പുറത്തെടുക്കുക. അതൊരു നാച്ചുറൽ മെത്തേഡാണ്. വേറെ നാച്ചുറൽ മെത്തേഡ് എന്ന് പറയാമോ? ലാക്ടേഷണൽ അമിനോറിയ അല്ലേ, പീരിയോഡിക് അബ്സ്റ്റിനൻസ്. പീരിയോഡിക് അബ്സ്റ്റിനൻസ്, ലാക്ടേഷണൽ അമിനോറിയ, കൊയ്റ്റസ് ഇന്ററപ്റ്റസ്. ഇത്രയും എന്ത് മെത്തേഡാ? നാച്ചുറലാണ്. ബാരിയർ മെത്തേഡിന് എക്സാമ്പിൾ കോണ്ടംസ്, ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട്. IUD മെഡിക്കേറ്റഡ് ഉണ്ട്, നോൺ മെഡിക്കേറ്റഡ് ഉണ്ട്. സ്റ്റെറിലൈസേഷൻ, വാസക്ടമി, ട്യൂബക്ടമി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ലിപ്പസ് ലൂപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. നമ്മൾ IUD കേട്ടിട്ടുണ്ട്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. അത് കോപ്പർ റിലീസിംഗ് ഉണ്ട്, ഹോർമോൺ റിലീസിംഗ് ഉണ്ട്, നോൺ മെഡിക്കേറ്റഡ് ഉണ്ട്. ഓക്കെ, ഹോർമോൺ റിലീസിംഗിന് എക്സാമ്പിളാ LNG-20, പ്രൊജസ്റ്റാസെർട്ട്. കോപ്പർ റിലീസിംഗ് IUDക്ക് എക്സാമ്പിൾ ആണ് കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375. നോൺ മെഡിക്കേറ്റഡ് എക്സാമ്പിൾ ആണ്
lipus loop. So answer is non-medicated IUD. 4 is the right answer. Government of India legalized medical termination of pregnancy in which year? Induced abortion. അത് ലീഗലൈസ് ചെയ്ത വർഷം 1971 ആണ്. ഇത് പ്രകാരം ആദ്യത്തെ 3 മാസം അലസിപ്പിക്കണമെങ്കിൽ അബോർട്ട് ചെയ്യണമെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ സർട്ടിഫൈ ചെയ്യണം, അയാളുടെ കൺസെന്റ് വേണം. അടുത്ത 3 മാസം സെക്കൻഡ് ട്രൈമസ്റ്ററിലാണെങ്കിൽ 12 ആഴ്ചകൾക്ക് ശേഷമാണെങ്കിൽ 2 മെഡിക്കൽ പ്രാക്ടീഷണർ സർട്ടിഫിക്കേഷൻ വേണം. ഇത് ലീഗലൈസ് ചെയ്ത വർഷം 1971 പഠിച്ചു വെക്കണം. അടുത്തത് STD ഓർ VD, മുഴുവൻ പേര് പറയാം, സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് ഓർ വെനറബിൾ ഡിസീസസ്. വെനറബിൾ ഡിസീസസ് എന്ന് വെച്ചാൽ സെക്സ് കൊണ്ട് പരക്കുന്ന അസുഖങ്ങൾ. അത് ഉണ്ടായാൽ സംഭവിക്കാവുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് ആൻഡ് സംടൈംസ് ക്യാൻസർ, സ്റ്റിൽ ബർത്ത്, എക്ടോപിക് പ്രഗ്നൻസി, ഓൾ ഓഫ് ദീസ് പ്രോബ്ലംസ്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ പെൽവിക് പാർട്ടിലുള്ള ഓർഗൻസിൽ ഇൻഫ്ലമേഷൻ വരിക. സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞാൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ മരിച്ചിട്ട് ജനിക്കുക, ഡെഡ് ബോഡി, അതായത് ചാവില്ല എന്ന് പറയും. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ യൂട്രസിനുള്ളിൽ അല്ലാതെ ഫലോപ്പിൻ ട്യൂബിനുള്ളിൽ കുട്ടി ജനിക്കുക, ഇംപ്ലാന്റേഷൻ നടക്കുക. അപ്പൊ ഇതൊക്കെ സംഭവിക്കാം. ഓൾ ഓഫ് ദീസ് ആണ്. ഇത് കൂടാതെ മക്കൾ അവിടെ STDക്ക് 2-3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജനൈറ്റൽ ഹെർപ്പസ്, എയ്ഡ്സ്, ഇങ്ങനെ കുറെ എക്സാമ്പിൾ ഉണ്ട്. ക്ലമീഡിയാസിസ്, ഇതിന്റെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അടുത്തത്, എ ഫീമെയിൽ ക്യാൻ ഡൊണേറ്റ് ഹെർ ഓവം ടു അനദർ ഫീമെയിൽ ഹു കനോട്ട് പ്രൊഡ്യൂസ് ഇറ്റ്. ദിസ് പ്രൊസീജിയർ ഈസ് കോൾഡ്. ഒരു പെൺകുട്ടിക്ക് ഓവം ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഇല്ല, പക്ഷെ അവൾക്കൊരു കുട്ടി വേണം. അപ്പൊ അവൾക്ക് വേറൊരു സ്ത്രീയുടെ ഓവം റിസീവ് ചെയ്യാം. വേറൊരു സ്ത്രീയുടെ ഓവം റിസീവ് ചെയ്യാം അല്ലേ? അങ്ങനെ മറ്റൊരാളുടെ ഓവം റിസീവ് ചെയ്തതിന് വിളിക്കുന്ന പേരാണ് ഗമിറ്റിക് ഇൻട്രാഫലോപ്യൻ ട്രാൻസ്ഫർ, ഗിഫ്റ്റ് എന്ന് വിളിക്കും. സമ്മാനം കൊടുക്കാൻ ഓർത്ത് വെച്ചാൽ മതി, ഗിഫ്റ്റ് എന്ന് വിളിക്കും. എന്താ ഗിഫ്റ്റ്? സൈഗോട്ട് ഇൻട്രാഫലോപ്യൻ ട്രാൻസ്ഫർ. എന്താ IVF? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. എന്താ ICSI? ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. മക്കൾ, ആ ഇൻഫെർട്ടിലിറ്റി അവിടെ ആർട്ട് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, അതിൽ നിന്നാകും മിക്കവാറും ഒരു ചോദ്യം വരിക. ആ പ്രൊസീജിയേഴ്സ് ഒന്ന് ജസ്റ്റ് വായിച്ചു വെക്കണം. ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഒരു ചോദ്യം ഇതിൽ നിന്ന് വരാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ തീർത്ത ചാപ്റ്റേഴ്സ് രാവിലെ ലോക്കമോഷൻ, എക്സ്ക്രീഷൻ. ഇപ്പം നൂൺ ടൈമിൽ എന്തൊക്കെ തീർത്തു? എവല്യൂഷൻ കഴിഞ്ഞു, സ്ട്രക്ചർ ഓർഗനൈസേഷൻ കഴിഞ്ഞു, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കഴിഞ്ഞു. 5 ചാപ്റ്റർ ഇവിടെ തീർന്നു. എനിക്ക് പറയാനുള്ളത്, മക്കൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പോകണം. ഞാൻ മാത്രം അത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇനി ഒരുപാട് ഇരുന്ന് പഠിക്കാൻ നമുക്ക് നേരമില്ല. അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സസ് ഇങ്ങനെ കാണുക, വൈകുന്നവരെ കണ്ടുകൊണ്ടേയിരിക്കുക, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് ആണ്. ചെറിയ പോയിന്റ്സ് നമ്മുടെ മനസ്സിലേക്ക് വരും. അറിയാത്തുണ്ടല്ലോ എഴുതിയെടുക്കുക, അങ്ങനെ ഇതൊന്ന് ട്രെയിൻ ചെയ്തെടുക്കുക. അതിനുള്ള സമയമാണ് ഇനി നമുക്കുള്ളത്. ഞങ്ങളൊപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ കൂളായിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമുക്ക് ഇനി എൻട്രൻസ് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് നാളെ വൈകുന്നേരം നമ്മുടെ കീ ഡിസ്കഷൻ ഉണ്ട്, അതൊന്ന് കാണണം കേട്ടോ. എല്ലാവരും നല്ല കുട്ടികളാണ്, അടിപൊളി കുട്ടികളാണ്, റിലാക്സ്ഡ് ആണ്, ബുദ്ധിമാന്മാരാണ്, നല്ല റാങ്കിലെത്തും. എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. ഇതോടെ എൻ്റെ ക്ലാസ് അവസാനിച്ചു, പക്ഷെ ബാക്കിയുള്ള ടീച്ചേഴ്സ് ഇനി വരും. ഓക്കെ, താങ്ക് യു. ഹലോ മക്കളെ, സുവോളജി 1-2 ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ? നമുക്ക് ബോട്ടണിയിലെ 1-2 ചാപ്റ്റേഴ്സ് വളരെ പെട്ടെന്ന് തുടങ്ങിയാലോ? ഓടി വരൂ. നമ്മൾ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുന്നു, മക്കൾ ക്രീ പറയുന്നു, നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു. ഒട്ടും സമയമില്ല, ചടപടെ. റെഡി അല്ലടാ? റെഡി അല്ലേ? ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. തുടങ്ങാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ. ഒന്നാമത്തെ ചോദ്യം എല്ലാവരും വായിച്ചേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പെരിമെന്റ് ഷോഡ് ദാറ്റ് ദ ഫുഡ് ഇൻ പ്ലാന്റ്സ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ഫ്ലോയം? ഫ്ലോയത്തിലൂടെയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഏതാണെന്ന് ചോദിച്ചു. ഏതാ എക്സ്പെരിമെന്റ്? വേഗം പറ. എക്സ്പെരിമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ മക്കൾ പറയും? അവേന കൾച്ചർ എക്സ്പെരിമെന്റ് ആണോ, ബെൽജാർ എക്സ്പെരിമെന്റ് ആണോ, ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ് ആണോ? സോ ആൻസർ ഈസ് ഒബ്വിയസ്ലി ക്ലിയർ, ബെൽജാർ എക്സ്പെരിമെന്റ് ആണ്. ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ് ആണ്, ബെൽജാർ എക്സ്പെരിമെന്റ് അല്ല, ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ് ആണ്. സോറി, മാറിപ്പോയതാണ്. ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ്, ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക.
ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ്. യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അയോൺസ് എൻ്റർ ഇൻ ടു ദ റൂട്ട് ആക്റ്റീവ്ലി ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ്. അയോൺസ് ആക്റ്റീവായിട്ട് എങ്ങോട്ടേക്കാണ് കയറുന്നത്? എൻഡോഡർമൽ സെൽസിലേക്കാണോ, എപ്പിഡർമൽ സെൽസിലേക്കാണോ, സെൽസ് ഓഫ് കോർട്ടെക്സ് ആണോ? നമുക്ക് പറയാം അയോൺസ് ആർ എൻ്റർ റൂട്ട് ഡയറക്ട്ലി ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് എപ്പിഡർമൽ സെൽ. 2 ആണ് ആൻസർ. സൈറ്റോപ്ലാസം ഓഫ് എപ്പിഡർമൽ സെൽ, സൈറ്റോപ്ലാസം ഓഫ് എപ്പിഡർമൽ സെൽ. അല്ലടാ, 2 ആണ് കീ വരിക. യെസ് യെസ്, വേഗം വരൂ. നമ്മൾ കൂടുതലൊന്നും പറയല്ല, ക്വസ്റ്റ്യൻ വായിക്കുന്നു, കീ പറയുന്നു. മൂന്നാമത് നോക്കിയേ. കൊഹീഷൻ, അഡീഷൻ ആൻഡ് സർഫസ് ടെൻഷൻ. ഇത് അഡീഷൻ ആണ് കേട്ടോ. കൊഹീഷൻ, അഡീഷൻ ആൻഡ് സർഫസ് ടെൻഷൻ പ്രൊവൈഡ്സ് വാട്ടർ. കൊഹീഷൻ, അഡീഷൻ ആൻഡ് സർഫസ് ടെൻഷൻ പ്രൊവൈഡ്സ് വാട്ടർ. എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക? ഹൈ ഓസ്മോളിറ്റി ആണോ, ഹൈ കാപ്പിലാരിറ്റി ആണോ, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണോ, ബോത്ത് 2 and 3 ആണോ? ഏതാണ് വരിക? നമുക്കറിയാം ഹൈ കാപ്പിലാരിറ്റിയും പ്രൊവൈഡ് ചെയ്യും, ഹൈ ടെൻസൈൽ സ്ട്രെങ്തും പ്രൊവൈഡ് ചെയ്യും. സോ ആൻസർ ബോത്ത് 2 and 3 എന്നല്ലടാ വരിക. അതെ, ആൻസർ 4 കിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, അടുത്ത വായിക്കടാ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഗാഡ് സെൽസ് ഇൻ മോണോകോട്ട് ലീഫ്? മോണോകോട്ട് ലീഫിൽ സെല്ലിന്റെ ഷേപ്പ് എന്താണ്? മോണോകോട്ട് ലീഫിൽ സെല്ലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡംബൽ ഷേപ്പ് അല്ലടാ. ഡൈക്കോട്ട് ആകുമ്പോൾ ഏത് ഷേപ്പ് ആവും? കിഡ്നി ഷേപ്പ്ഡ് ആയിരിക്കും. ഇങ്ങനെ ഡംബൽ ഷേപ്പിലല്ലേ ഉണ്ടാവുക? ഡംബൽ ഷേപ്പിലാണ് ഉണ്ടായിരിക്കുക മോണോകോട്ട്സിൽ. ഡൈക്കോട്ടിലാണെങ്കിൽ അത് ഏത് ഷേപ്പിലായി? കിഡ്നി ഷേപ്പിലായിരിക്കും. മാറിപ്പോരുത് കേട്ടോ, മാറിപ്പോരുത്. യെസ്, വെരി ഗുഡ്. നല്ല സ്പീഡിൽ ഇതേപോലെ വരണം കേട്ടോ. അടുത്ത വായിച്ചാടാ. വാട്ടർ ലോസ് ഇൻ ലിക്വിഡ് ഫേസ് ഫ്രം സ്പെഷ്യൽ ഓപ്പണിംഗ്സ് ഓഫ് വെയിൻസ് നിയർ ദ ടിപ്പ് ഓഫ് ഗ്രാസ് ബ്ലേഡ്സ്. ലീഫിന്റെ ടിപ്പിൽ ഉള്ള ലിക്വിഡ് ഫേസിൽ വാട്ടർ ലോസ് ഏത് ഫേസിൽ? ലിക്വിഡ് ഫേസിൽ. ഒരു ലീഫിന്റെ വെയിൻ എൻഡിങ്സിലും ടിപ്പിൽ നിന്നും വെള്ളം ലിക്വിഡ് ആയിട്ട് തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് ഗട്ടേഷൻ എന്നാണോ, ഗേർഡ്ലിംഗ് എന്നാണോ, എക്സോഡേഷൻ എന്നാണോ, ട്രാൻസ്പിറേഷൻ എന്നാണോ? വി ക്ലിയർലി സേ ദാറ്റ് ഇറ്റ്സ് ഗട്ടേഷൻ. വാട്ടർ ലോസ് ലിക്വിഡ് ഫേസിൽ ഗട്ടേഷൻ അല്ലാടാ. ആൻസർ ഒന്നല്ലേ? യെസ്, ഇതേപോലെ വേഗം വരണം കേട്ടോ. ഗട്ടേഷൻ ആണ്. എന്താണ് ഗട്ടേഷൻ എന്ന് പറഞ്ഞാൽ? ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ത്രൂ സ്പെഷ്യൽ ഓപ്പണിംഗ്സ്. ആ സ്പെഷ്യൽ ഓപ്പണിംഗ്സിനെ പറയുന്ന പേരാണടാ ഹൈഡത്തോഡ് എന്നാണ് വിളിക്കുക. ആ സ്പെഷ്യൽ ഓപ്പണിംഗ്സിനെ പറയുന്ന പേരെന്താ? ഹൈഡത്തോഡ്സ് എന്നല്ലേ വിളിക്കുക. ആ സ്പെഷ്യൽ ഓപ്പണിംഗ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡത്തോഡ്സ്. ഇനി അടുത്ത എന്താ? വാട്ടർ വേപ്പറായിട്ട് നഷ്ടപ്പെടുന്നതിനെ പറയുന്ന പേരല്ലടാ ട്രാൻസ്പിറേഷൻ. വാട്ടർ വേപ്പർ ഫോം നഷ്ടപ്പെടുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ നടക്കുന്ന ഇതിലൂടെ നമുക്ക് അറിഞ്ഞൂടാ, സ്റ്റൊമാറ്റയിലൂടെ അല്ലേ? സ്റ്റൊമാറ്റയിലൂടെ ട്രാൻസ്പിറേഷൻ നടക്കുക. ഇനി ഗട്ടേഷൻ, ട്രാൻസ്പിറേഷനിലെ ബേസിക് വ്യത്യാസം പറയട്ടെ. ഗട്ടേഷനിൽ വെള്ളം ലിക്വിഡ് ഫോമിലാണ്, ട്രാൻസ്പിറേഷനിൽ വെള്ളം വേപ്പർ ഫോമിലാണ്. ഗട്ടേഷനിൽ വെള്ളം നഷ്ടപ്പെടുന്ന വെള്ളം ഒരു സൊല്യൂഷൻ ആയിരിക്കും, എന്നാൽ വേപ്പർ ഫോമിൽ അത് പ്യുവർ വാട്ടർ ആയിരിക്കും. കിട്ടിയോ? ഗട്ടേഷനിൽ ലോസ് ഓഫ് വാട്ടർ ലോസ് ത്രൂ ഗട്ടേഷൻ ഏത് ഫോമിലാണ്? ലിക്വിഡ് ഫോമിലാണ്. എന്നാൽ ട്രാൻസ്പിറേഷനിൽ അത് വേപ്പർ ഫോമിലാണ്. ഗട്ടേഷനിൽ നഷ്ടപ്പെടുന്ന വെള്ളം ഒരു സൊല്യൂഷൻ ആയിരിക്കും, അല്ല അയോൺസ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. എന്നാൽ അപ്പുറത്ത് നഷ്ടപ്പെടുന്ന വെള്ളം പ്യുവർ വാട്ടർ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത് പറയാം. ട്രാൻസ്പിറേഷൻ ഒരു യൂണിവേഴ്സൽ പ്രോസസ്സാണ്, എല്ലാ പ്ലാന്റ്സും കാണിക്കും. എന്നാൽ ഗട്ടേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പ്രോസസ് അല്ല. ഗട്ടേഷൻ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ പ്രോസസ്. ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, വെരി ഗുഡ്. അതേ സ്പീഡിൽ വരണം. 6ാം ദിവസം വായിച്ചേ. വാട്ടർ ലോസ് ത്രൂ സ്റ്റൊമാറ്റ ഇൻ ദ ലീവ്സ് ഈസ് നോൺ ആസ്. വാട്ടർ ലോസ് ത്രൂ സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയിലൂടെ വെള്ളം നഷ്ടപ്പെടുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്പിറേഷൻ. എന്താ പറയാ? ട്രാൻസ്പിറേഷൻ. എന്താ ട്രാൻസ്ലൊക്കേഷൻ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്, ബൾക്കായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ലൊക്കേഷൻ. ട്രാൻസ്ലൊക്കേഷൻ മെയിൻ ആയിട്ട് നടക്കുക ഇതിന്റെ ഉള്ളിലൂടെയാണ്, വാസ്കുലാർ ബണ്ടിൽസിലൂടെയാണ്. റൂട്ടിൽ നിന്ന് ലീഫിലേക്ക് വാസ്കുലാർ ബണ്ടിൽസിലൂടെ ഇത് ഒഴുകുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ലൊക്കേഷൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. എന്താ റെസ്പിറേഷൻ? സെല്ലിന്റെ ഉള്ളിലുള്ള കോംപ്ലക്സ് മോളിക്യൂൾസിലെ കാർബൺ ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്നാണ് പറയാം. സോ കിട്ടി. 6ാമത്തത് 1 വരിക. ഇനി 7ാമത്തെ നോക്കിയാൽ. ട്രാൻസ്പിറേഷൻ പ്രോസസ് ക്യാൻ ബി സ്റ്റഡീഡ് യൂസിംഗ് വിച്ച് പേപ്പർ? ട്രാൻസ്പിറേഷൻ പ്രോസസ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഏത് പേപ്പറാണ് ഉപയോഗിക്കുക? സോ യു കൻ ക്ലിയർലി സേ ദാറ്റ് ഇറ്റ് ഈസ് കൊബാൾട്ട് ക്ലോറൈഡ് പേപ്പർ. ആൻസർ ഈസ് 2. കൊബാൾട്ട് ക്ലോറൈഡ് പേപ്പർ. അറിയോ? നമ്മളൊരു ലീഫ് എടുക്കുന്നു, ആ ലീഫിന്റെ ഒരു ഭാഗത്ത് നമ്മൾ കൊബാൾട്ട് ക്ലോറൈഡ് പേപ്പർ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. കൊബാൾട്ട് ക്ലോറൈഡ് പേപ്പറിന് ഒരു ബ്ലൂ കളറാണ് ഉണ്ടായിരിക്കുക. ഈ ലീഫിനെയും ഈ പേപ്പറിനെയും നമ്മൾ ലൈറ്റിൽ എക്സ്പോസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ പ്ലാന്റ് ട്രാൻസ്പിറേഷൻ കാണിക്കുമ്പോൾ ഇവിടുന്ന് വെള്ളം വേപ്പർ ആയിട്ട് പോകും. ഈ കൊബാൾട്ട് ക്ലോറൈഡ് പേപ്പറിനുള്ളത് ഒരു ബ്ലൂ കളറാണ്. ആ ബ്ലൂ കളറിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ കൊബാൾട്ട് ക്ലോറൈഡ് പേപ്പർ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതൊരു പിങ്ക് കളറിലേക്ക് മാറും. ഈ കളറും കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ബ്ലൂ കളറിൽ നിന്ന് അയാൾ പിങ്ക് കളറിലേക്ക് മാറും. ബ്ലൂ കളറിൽ നിന്ന് അയാൾ പിങ്ക് കളറിലേക്ക് മാറുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അതിലൂടെ എന്ത് പോകുന്നുണ്ട്? വെള്ളം പോകുന്നുണ്ട്. സോ ആൻസർ ഈസ് കൊബാൾട്ട് ക്ലോറൈഡ് പേപ്പർ. യെസ്, വെരി ഗുഡ്. അടുത്ത് വായിക്കടാ. ഇംബൈബിഷൻ. വേഗം വായിക്കാം. Imbibition. We can clearly say that it's a special type of diffusion. Imbibition is a special type of diffusion. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഫസ്റ്റ് ലൈൻ തന്നെയാണ്. Imbibition is a special type of diffusion in which water is absorbed by solids and colloids. അല്ലേ? സോളിഡുകളും കൊളോയിഡുകളും വാട്ടർ അബ്സോർബ് ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഇംബൈബിഷൻ എന്നാണ് നമ്മൾ പറയാം. ഇംബൈബിഷന്റെ ഫലമായിട്ട് അവരുടെ വോളിയം കൂടും, സൈസ് കൂടും. ഓർമ്മയുണ്ടോ? വോളിയം ആൻഡ് സൈസ് ഇൻക്രീസസ്. ഇംബൈബിഷൻ എക്സാമ്പിൾ വെച്ചാൽ വാട്ടർ അബ്സോർപ്ഷൻ ബൈ ഡ്രൈ ഫ്രൂട്ട്, ഡ്രൈ സീഡ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. റെഡി ആണല്ലോ? ഇംബൈബിഷന്റെ ഫലമായിട്ടുള്ള പ്രഷർ എന്ന് പറയുന്ന പേരാണ് ഇംബൈബിഷൻ പ്രഷർ. ഇംബൈബിഷൻ പ്രഷർ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയും? പറടാ, അവിടെ നിന്ന് ഉറക്കുറക്കെ പറയണം. ഇംബൈബിഷൻ പ്രഷർ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഇംബൈബിഷൻ പ്രഷറിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഒന്ന്, സീഡ് ബ്രേക്ക് ചെയ്തിട്ട് സീഡ്ലിങ്ങിനെ പുറത്തേക്ക് വരാൻ സഹായിക്കുന്നു. രണ്ടാമത്തതോ
പ്രീ ഹിസ്റ്റോറിക് മാനെ ബോൾഡേഴ്സും അതുപോലെ തന്നെ റോക്സ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സോ എട്ടാമത്തത് ഒന്നാണ് ആൻസർ. ഒമ്പതാമത്തത് ദ പ്രീ റിക്വസൈറ്റ് ഫോർ എനി സബ്സ്റ്റൻസ് ടു ഇംബൈബ് എനി ലിക്വിഡ്. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന് ഒരു ലിക്വിഡിനെ ഇംബൈബ് ചെയ്യണമെങ്കിൽ പ്രീ റിക്വസൈറ്റ് ആയിട്ട് എന്താ വേണ്ടത്? സോ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് ആൻസർ ഈസ് അഫിനിറ്റി ബിറ്റ്വീൻ അബ്സോർബന്റ് ആൻഡ് ലിക്വിഡ്. അബ്സോർബ് ചെയ്യുന്ന ആളും ആ ലിക്വിഡും തമ്മിൽ എന്ത് വേണം? ഒരു അഫിനിറ്റി വേണം. അബ്സോർബന്റ് എന്നൊരു സംശയം ഉണ്ടാവും, പക്ഷേ പ്രീ റിക്വസൈറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ? അഫിനിറ്റി ബിറ്റ്വീൻ അബ്സോർബന്റ് ആൻഡ് ലിക്വിഡ് തന്നെ പറയണം. സോ ആൻസർ ഈസ് 1. കിട്ടിയോ? എങ്കിൽ അടുത്തത് പത്താമത്തെ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇംബൈബിഷൻ ഈസ്. ഇംബൈബിഷന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഒന്ന് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ഡ്രൈ വുഡ് പറയാൻ പറ്റും, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ഡ്രൈ സീഡും പറയാൻ പറ്റും. എങ്കിൽ നമുക്ക് ബോത്ത് 1 and 2 എടുക്കാൻ പറ്റും. സോ 10 ഏതാണ് ആൻസർ വരടാ? 3 അല്ലേടാ? അതേ സ്പീഡിൽ ഇങ്ങനെ വരണം. ഇതേപോലെ നാളെ നീറ്റിന് എഴുതണം. ഞാൻ ഈ പറയുന്ന സ്പീഡിൽ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യാൻ. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തിരിക്കണവനെ വെറുതെ ഒന്ന് നോക്കി ചിരിക്കണം. ആ സമയത്ത് ഓൻ എന്തിനും ചിരിച്ചു എന്ന് ഓൻ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. സോ നോക്കാം 11ാമത്തെ ചോദ്യം. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് കനോട്ട് ബി കാരിഡ് ഔട്ട് ബൈ. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഒരിക്കലും നടത്താൻ പറ്റില്ല. അതൊന്നും തിരിച്ചേക്കണം. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഒരിക്കലും നടത്താൻ പറ്റില്ല. കനോട്ട് ബി കാരിഡ് ഔട്ട് ബൈ. ഏത് വഴി? ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി നടത്താൻ പറ്റില്ല, കാരണം ഷോർട്ട് ഡിസ്റ്റൻസിലേക്കാണ്. ഡിഫ്യൂഷൻ വഴി നടത്താൻ പറ്റില്ല, അതും ഷോർട്ട് ഡിസ്റ്റൻസിലേക്കാണ്. നമുക്ക് ഏത് വഴി? കനോട്ട് ബി ട്രാൻസ്പോർട്ടഡ് എന്ന് പറയുമ്പോൾ ആൻസർ ബോത്ത് 1 and 2 അഥവാ 4 ആണ് ആൻസർ വരിക. 1 and 2 കിട്ടിയോ? സോ ലോങ് ഡിസ്റ്റൻസ് നടത്താൻ പറ്റുന്നത് ഏതെന്നാണ് ചോദ്യമായിരുന്നെങ്കിൽ ആൻസർ 3 ആവുമായിരുന്നു. പറ്റാത്തത് ഏതെന്ന് ചോദിച്ചുകൊണ്ടാണ് ബോത്ത് 1 and 2 എടുത്തത്. യെസ്, റൈറ്റ്. അടുത്തത് ബൾബ് ഫ്ലോ സിസ്റ്റം ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ഡിഫറൻസ് ഇൻ. ബൾബ് ഫ്ലോ സിസ്റ്റം നടക്കുന്നത് എന്തിന്റെ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ്? ഇറ്റ്സ് ക്ലിയർലി പ്രഷർ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അല്ലടാ, പ്രഷർ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടല്ലേ? പ്രഷർ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ സപ്പോസ് നോക്കൂ, റൂട്ട് താഴെ ലീഫിൽ മാറിപ്പോയി സ്പീഡ് കൂട്ടുമ്പോൾ മാറിപ്പോയതാണ് കേട്ടോ. റൂട്ട് താഴെയാണ്, ലീഫ് മുകളിലല്ലേടാ. റൂട്ടിൽ നിന്ന് എന്തെങ്കിലും മുകളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇടയിൽ ഒരു പ്രഷർ ഡിഫറൻസ് വേണ്ടടാ. ആ പ്രഷർ ഡിഫറൻസിനെ പറയുന്ന പേരല്ലടാ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താടാ? പ്രഷർ എക്സൈറ്റഡ് ബൈ ലിക്വിഡ് അറ്റ് റെസ്റ്റ് അല്ലേ? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ 2 തരത്തിലല്ലേ? പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ട്, നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇല്ലേ? ഗ്രാവിറ്റിയുടെ അതേ ഡയറക്ഷനിലാണ് പോസിറ്റീവ്, ഗ്രാവിറ്റിയുടെ ഏത് ഡയറക്ഷനിലാണ് നെഗറ്റീവ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പോൾ പ്രഷർ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ അടുത്തത് വായിച്ചടാ. എ സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ പ്ലാസ്മോലൈസ്ഡ് ആഫ്റ്റർ ബീങ് കെപ്റ്റ് ഇൻ എ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അത് എന്തായിട്ട് മാറി? പ്ലാസ്മോലൈസ്ഡ് ആയിട്ട് മാറി. വാട്ട് വിൽ ബി പ്രസന്റ് ബിറ്റ്വീൻ സെൽ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ? സെല്ലിനും പ്ലാസ്മ മെംബ്രെയിൻ ഇടയിൽ എന്താണ് ഉണ്ടായിരിക്കുക? സോ ആൻസർ ഈസ് ക്ലിയർ, വിച്ച് ഈസ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഇത് നമ്മൾ പറഞ്ഞാണല്ലേ? 10 days ചലഞ്ചിൻ്റെ അടുത്ത അവസാനം വൃത്തിയായിട്ട് പറഞ്ഞാണ്. ഞാൻ ഒന്നുകൂടി മനസ്സിലാവാത്തവർക്ക് പെട്ടെന്ന് പറഞ്ഞുതരും. ഇതാണ് ഒരു ടർജിഡ് സെൽ എന്ന് വിചാരിക്കുക. ഇതാണ് അതിന്റെ സെൽ വാള്, ഇതാണ് അതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ, ഇതാണ് അതിന്റെ വാക്യൂള്. ഇത് നിങ്ങൾ ഏത് സൊല്യൂഷനിൽ ഇടണം? ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ ഇടണം. അപ്പോൾ എക്സ്റ്റേണൽ സൊല്യൂഷൻ ഷ്രിങ്ക് ചെയ്യൂലേ? അല്ല, എക്സ്റ്റേണൽ സൊല്യൂഷൻ ഡൈലൂട്ടഡ് അല്ലേ? സ്വാഭാവികമായിട്ടും സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഇറങ്ങൂലേ? ആദ്യം വെള്ളം പുറത്തേക്ക് ഇറങ്ങി എവിടുന്നാണ്? ആദ്യം വെള്ളം പുറത്തേക്ക് ഇറങ്ങുക സൈറ്റോപ്ലാസം അല്ലേ? പിന്നെ വെള്ളം വാക്യൂളിൽ നിന്ന് പുറത്തിറങ്ങൂലേ? വാട്ടർ ഫസ്റ്റ് മൂവ്സ് ഔട്ട് ഫ്രം സൈറ്റോപ്ലാസം, ദെൻ ഫ്രം വാക്യൂൾ അല്ലേ? വാക്യൂളാണ്. അത് കഴിഞ്ഞാൽ എന്താ പറ്റുക? പ്രോട്ടോപ്ലാസം ഷ്രിങ്ക് ചെയ്യൂലേ? അപ്പോൾ സെൽ എന്താവും? സെൽ വാൾ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അതേപോലെ തന്നെ നിൽക്കും. പ്രോട്ടോപ്ലാസം ഉള്ളിലേക്ക് ചുരുങ്ങി പോകില്ലേ? അപ്പോൾ പുറത്തുള്ള കുറച്ച് എക്സ്റ്റേണൽ സൊല്യൂഷൻ ഈ ഗ്യാപ്പുകളിലേക്ക് കയറും. അതാണ് ചോദിച്ചത്. ഇതാണ് ഒരു പ്ലാസ്മോലൈസ്ഡ് സെല്ല്. ഒരു പ്ലാസ്മോലൈസ്ഡ് സെല്ലിൽ സെൽ വാളിനും പ്ലാസ്മ മെംബ്രെയിനും ഇടയിൽ ഉണ്ടാവുന്ന സാധനം എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സൊല്യൂഷൻ എന്നും പറയാം. കിട്ടിയോ? യെസ്. അടുത്ത് വായിച്ചടാ. ഹൗ വി ക്യാൻ ഗെറ്റ് ദീസ് എഗ് മെംബ്രെയിൻ. ഒരു എഗ് മെംബ്രെയിൻ എങ്ങനെ കിട്ടും? നമുക്ക് വീട്ടിൽ നിന്ന് ഒരു എഗ് മെംബ്രെയിൻ എടുക്കാം. നിങ്ങൾ ഇന്ന് തന്നെ ഓടിച്ചില്ല വീട്ടിലേക്ക് ചെന്നോ, ഒരു മുട്ട എടുത്തോ, ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചോ, എന്നിട്ട് അതിന്റെ ചെറിയൊരു ഹോളിലൂടെ അതിന്റെ എഗ് ആൻഡ് യോക്ക് റിമൂവ് ചെയ്തോ. ആ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് കളയേണ്ട, വായിലേക്ക് ഒഴിച്ചാൽ മതി. വെറുതെ പുറത്തേക്ക് കളയണ്ടല്ലോ. ആ വായിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ എഗ് ഷെൽ എടുക്കുക. കാൽഷ്യം കാർബണേറ്റ് അല്ലേ? നമ്മളൊരു ബീക്കർ എടുക്കുന്നു. ആ ബീക്കറിൽ കുറച്ച് ഡൈല്യൂട്ട് HCl ഒഴിക്കുന്നു. ഇത് നിങ്ങൾക്ക് മാറിപ്പോകും. ഓപ്ഷൻ കാണുമ്പോൾ കോൺസെൻട്രേറ്റഡ് ആണോ ഡൈല്യൂട്ടഡ് ആണോ? മാറണ്ട. വീട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും ഡൈല്യൂട്ട് ആസിഡ് ഉണ്ടാവുള്ളൂ എന്ന് ഓർത്താൽ മതി. ക്ലിയർ ആണോ? കിട്ടിയോ? സോ നോക്കിക്കോളൂ. നമ്മളൊരു ബീക്കർ എടുക്കുന്നു, ഡൈല്യൂട്ട് HCl ഒഴിക്കുന്നു. ആ ഡൈല്യൂട്ട് HClലേക്ക് നമ്മളൊരു എക്സെല്ലിനെ ഇടുന്നു. ആ എക്സെല്ലും ഡൈല്യൂട്ട് HClലും പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അവസാനം ഒരു മെംബ്രെയിൻ ഉണ്ടാവും. അതാണ് എഗ് മെംബ്രെയിൻ. നിങ്ങൾ ആൻസർ പറയണം. റിമൂവ് യോക്ക് ആൻഡ് ആൽബുമിൻ ത്രൂ ദ സ്മോൾ ഹോൾ. അത് ശരിയാണ്. പ്ലേസ് ദ ഷെൽ ഇൻ എ ഡൈല്യൂട്ട് HCl. അപ്പോൾ ആൻസർ ചെയ്ത് വരും. 3 വരുമോ? റെഡി അല്ലേ? കുറച്ച് കുറക്കാമോ സ്പീഡ്? കുറച്ച് സ്പീഡ് കുറച്ചാൽ ഞാൻ കുറേ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് വിചാരിച്ചില്ല. ഞാൻ കുറച്ച് സ്പീഡ് കുറച്ചിട്ട് 10 ക്വസ്റ്റ്യൻ ചെയ്യണോ, അതോ സ്പീഡ് കൂട്ടിയിട്ട് 30 ക്വസ്റ്റ്യൻ ചെയ്യണോ? ഈ അവസാന സമയത്ത് നമ്മൾ സ്പീഡ് കുറക്കുന്നതിനേക്കാൾ നല്ലത് ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്യാവുന്ന. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. 15 മിനിറ്റ് 30 ക്വസ്റ്റ്യൻ, അതാണ് എൻ്റെ ടാർഗറ്റ്. ഞാൻ 10 ക്വസ്റ്റ്യൻ കുറച്ച് ചെയ്താൽ ആ 10 ക്വസ്റ്റ്യൻ കുറച്ചല്ലേ നിങ്ങൾ കാണുള്ളൂ. എൻ്റെ കൂടെ വരില്ലടാ? സ്പീഡ് കുറച്ച് കൂടിയാലും കിട്ടുന്നില്ലേ? വരൂലേ? വരുമെന്ന് വിചാരിക്കുന്നു. വാ. അടുത്തത് 16ാമത്തെ. എ സെൽ ഇൻക്രീസസ് വോളിയം ഇൻ ദ എക്സ്റ്റേണൽ മീഡിയം. ഒരു സെല്ല് ഇൻക്രീസ് ചെയ്യും എക്സ്റ്റേണൽ മീഡിയം എങ്ങനെയാവുമ്പോൾ? ഒരു സെല്ലിനെ എടുത്തിട്ട് ഒരു സൊല്യൂഷനിൽ ഇട്ടു. ഇത് സ്വെല്ല് ചെയ്യുക, അത് ഏത് സൊല്യൂഷൻ ആകുമ്പോഴാണെന്നാണ് ചോദിക്കുന്നത്.
ഏത് സൊല്യൂഷൻ ആകുമ്പോഴാടാ we can clearly say that it is hypotonic solution. 3 ടൈപ്പ് സൊല്യൂഷൻ അല്ലേ ഉള്ളത്? ഐസോട്ടോണിക് ഉണ്ട്, ഹൈപ്പോട്ടോണിക് ഉണ്ട്, ഹൈപ്പർട്ടോണിക് ഉണ്ട്. യെസ്, അതാണ്. ഐസോട്ടോണിക് ഉണ്ട്, ഹൈപ്പോട്ടോണിക് ഉണ്ട്, ഹൈപ്പർട്ടോണിക് ഉണ്ട്. ഐസോട്ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സൊല്യൂഷനും ഇന്റേണൽ സൊല്യൂഷനും സെയിം കോൺസെൻട്രേഷൻ അല്ലേടാ? ആണ്. അപ്പോൾ ഐസോട്ടോണിക്കിൽ സെല്ല് ഇവിടെ ഐസോ എന്ന് പറഞ്ഞാൽ സെയിം, ടോണിക് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ സെല്ലിൻ്റെ ഉള്ളിലുള്ള കോൺസെൻട്രേഷനും പുറത്തുള്ള കോൺസെൻട്രേഷനും ഒരേപോലെയാണെങ്കിൽ പുറത്തുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഐസോട്ടോണിക്. എന്നാൽ എന്താ ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ സൊല്യൂഷൻ ഡയല്യൂട്ടഡ് ആണ്. അതിന്റെ അർത്ഥം ഇന്റേണൽ സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് ആണെന്നല്ലേ? സ്വാഭാവികമായിട്ടും ഡയല്യൂട്ടഡ് നിന്ന് കോൺസെൻട്രേറ്റഡിലേക്ക് വെള്ളം കയറിപ്പോയില്ലടാ? വെള്ളം കയറിപ്പോവും സ്വാഭാവികമായിട്ടും. അതെന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യും. അതല്ല ഇവിടെ ചോദിച്ചത്. അതിന്റെ സെല്ല് സൈസ് വോളിയം ഇൻക്രീസ് ചെയ്യുക എക്സ്റ്റേണൽ സൊല്യൂഷൻ ഹൈപ്പോട്ടോണിക് ആകുമ്പോഴാണ്. റെഡിയാണ്. ഇനി ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റേണൽ സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ്. അതിന്റെ അർത്ഥം ഇന്റേണൽ സൊല്യൂഷൻ ഡയല്യൂട്ടഡ് ആണെന്നല്ലേ? സ്വാഭാവികമായിട്ടും വെള്ളം പുറത്തേക്ക് ഇറങ്ങൂലേ? അപ്പോഴല്ലേ സെല്ല് ഷ്രിങ്ക് ചെയ്ത് പോവാ. 3 ടൈപ്പ് സൊല്യൂഷൻ. അപ്പോൾ ഒരു സെല്ലിന്റെ വോളിയം കൂടണമെങ്കിൽ ഹൈപ്പോട്ടോണിക്കിൽ ഇടണം, വോളിയം കുറയണമെങ്കിൽ ഹൈപ്പർട്ടോണിക്കിൽ ഇടണം. ഒരു ചേഞ്ചും വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് ഐസോട്ടോണിക്കിൽ ഇട്ടാൽ മതി. ഐ മേ റൈറ്റ്? സോ ആൻസർ ഇസ് 2. അടുത്തത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ്. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എല്ലാം ഇപ്പോഴും എങ്ങനെയാണ്? വേം പറ. ഇതേ സ്പീഡിൽ ഇങ്ങനെ വന്നാൽ ഞെട്ടിക്കണം. അടുത്തിരിക്കണ കുട്ടി നമ്മളെ കറുപ്പിക്കണുണ്ട്, അടുത്തിരിക്കണ കുട്ടി ഞെട്ടി ബോധം പോകണേ. വേം പറ. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ്. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എല്ലാം ഇപ്പോഴും എങ്ങനെയായിരിക്കും? പറഞ്ഞേ. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എല്ലാം ഇപ്പോൾ നെഗറ്റീവ് ആവോ പോസിറ്റീവ് ആവോ ഈക്വൽ ആവോ നൺ ഓഫ് ദീസ് ആവോ? ആൻസർ ഈസ് ക്ലിയർ. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് നെഗറ്റീവ്. 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 എന്നാൽ സൊല്യൂട്ട് പ്രഷർ പൊട്ടൻഷ്യൽ ഈസ് യൂഷ്വലി പോസിറ്റീവ്. മാർക്ക് മാറരുത്. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് നെഗറ്റീവ്, പ്രഷർ പൊട്ടൻഷ്യൽ ഈസ് യൂഷ്വലി പോസിറ്റീവ്. മാറരുത് കേട്ടോ. അടുത്തത് സെൽ വാൾ എന്താണ്? ഫുള്ളി പെർമിയബിൾ ആണോ, സെമി പെർമിയബിൾ ആണോ, ഇംപെർമിയബിൾ ആണോ, സെലക്റ്റീവ്ലി പെർമിയബിൾ ആണോ? ആൻസർ ഈസ് ക്ലിയർ. സെൽ വാൾ ഈസ് ഫുള്ളി പെർമിയബിൾ. സെൽ വാൾ ഫുള്ളി പെർമിയബിൾ ആണ്. യെസ്, സെൽ വാൾ ഈസ് ഫുള്ളി പെർമിയബിൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണേ, സെൽ വാൾ ഫുള്ളി പെർമിയബിൾ ആണ്. പക്ഷേ സെൽ എന്നുള്ള ചാപ്റ്റർ വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കും സെൽ വാൾ ഈസ് ഇംപെർമിയബിൾ ടു കോംപ്ലക്സ് ഇൻഹിബിറ്റർ മോളിക്യൂൾ. അതാണ് വ്യത്യാസം. സെൽ വാൾ ഇംപെർമിയബിൾ ആവുന്നില്ലേ എന്ന് ചോദിക്കും. ആവും എപ്പോ? ഇൻഹിബിറ്റർ മോളിക്യൂൾ വരുമ്പോൾ, അഥവാ സെല്ലിനെ തകർക്കുന്ന ഒരു മോളിക്യൂൾ വരാണെന്നുണ്ടെങ്കിൽ സെൽ വാൾ അതിനെതിരെ ഇൻഹിബിറ്റർ ആവും. അല്ലാത്ത സമയത്തൊക്കെ സെൽ വാൾ എന്താണ്? ഫ്രീലി പെർമിയബിൾ ആണ്, അഥവാ ഫുള്ളി പെർമിയബിൾ ആണ്. Which of the following members regulates the molecule moving in and out of the plant cell? ഒരു സെല്ലിന്റെ ഉള്ളിലേക്കോ പുറത്തേക്കോ, ഉള്ളിലേക്ക് കയറുന്ന വെള്ളത്തിന്റെയും പുറത്തേക്ക് കയറുന്ന വെള്ളത്തിന്റെയും മോളിക്യൂൾസിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന മെംബ്രെയിൻസ് ഏതൊക്കെയാണ്? ഒന്ന് സെൽ മെംബ്രെയിൻ ഓൺലി എന്ന് പറയാൻ പറ്റുമോ, ടോണോപ്ലാസ്റ്റ് ഓൺലി എന്ന് പറയാൻ പറ്റുമോ? രണ്ടും പറ്റും. അതുകൊണ്ട് ബോത്ത് 1 and 2 എടുത്തു. ഒരു സെല്ലിന്റെ ഉള്ളിലേക്കോ പുറത്തേക്കോ കറങ്ങുന്ന വാട്ടറിനെയും ബാക്കി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെൽ മെംബ്രെയിനും അതിന്റെ കൂടെ ആരും കൂടിയാണ്? ടോണോപ്ലാസ്റ്റും കൂടിയാണ്. ഈ ടോണോപ്ലാസ്റ്റ് ആർക്ക് ചുറ്റുള്ള മെംബ്രെയിൻ ആണ്? വാക്യൂളിന് ചുറ്റുള്ള മെംബ്രെയിൻ ആണ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. 20ാമത്തെ ക്വസ്റ്റ്യൻ. ദ 2 മെയിൻ കമ്പോണൻസ് വിച്ച് ഡിറ്റർമൈൻ ദ വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, SIWനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും അല്ലടാ. സോ ആൻസർ ഈസ് ബോത്ത് 1 and 3. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. സോ ആൻസർ ഈസ് 4, 1 and 3 എന്ന് വരും. വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുണ്ടോ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? അടുത്തത് ഡാഷ് വിൽ ഹാവ് ദ ഗ്രേറ്റസ്റ്റ് വാട്ടർ പൊട്ടൻഷ്യൽ. ഏറ്റവും കൂടുതൽ വാട്ടർ പൊട്ടൻഷ്യൽ ആർക്കാണ്? ഏറ്റവും കൂടുതൽ വാട്ടർ പൊട്ടൻഷ്യൽ അത് വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് ഇറ്റ് ഈസ് പ്യുവർ വാട്ടർ. ഏറ്റവും കൂടുതൽ വാട്ടർ പൊട്ടൻഷ്യൽ ആർക്കാടാ? പ്യുവർ വാട്ടറിനല്ലടാ. നമ്മൾ കുറേ ആൾക്കാർ ചോറുന്നിട്ടല്ലോ ഒന്നു. ആ സ്പീഡ് കൊണ്ട് കിട്ടുന്നില്ല. റെഡി അല്ലേ? പോയാലോ? വരെ ഇത് കാണിക്കണം, പവർ കാണിക്കണം. ഇതൊന്നും നോക്കിക്കോളൂ. ആർക്കാണ് കൂടുതൽ വാട്ടർ പൊട്ടൻഷ്യൽ? പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എത്രയാടാ? പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എത്രയാടാ? 0 അല്ലേ? 0 എപ്പോഴാണ്? അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, നോട്ട് അണ്ടർ എനി പ്രഷർ. വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ വാട്ടർ can be taken as 0. അടുത്ത വായിച്ചോടാ. 22. വാട്ടർമെലൺ അപ്രോക്സിമേറ്റ്ലി ഡാഷ് പെർസെന്റേജ് ഓഫ് വാട്ടർ. വാട്ടർമെലൺ എത്ര ശതമാനമായിട്ടുള്ള ഉള്ളത്? 92% ഓഫ് വാട്ടർ. 92% ഓഫ് വാട്ടർ. യെസ്, വെരി ഗുഡ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. 92% ഓഫ് വാട്ടർ. ആകെ തീയും പുകയും വെടിയാവണം. ടപ്പേ എന്നാണ് തീരണം. അടുത്ത വായിച്ചേ. എ പ്ലാന്റ് അബ്സോർബ് ഓൾമോസ്റ്റ് 3 liters ഓഫ് വാട്ടർ ഇൻ എ ഡേ വൈൽ എ പ്ലാന്റ് ഡാഷ് അബ്സോർബ് ഈക്വൽ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ് 5 hours. അപ്പോൾ നമുക്ക് പറയാം എ മസ്റ്റാർഡ് പ്ലാന്റ് അബ്സോർബ് വാട്ടർ ഈക്വൽ ടു വെയിറ്റ്സ് ഇൻ 3 hours. ഒരു മസ്റ്റാർഡ് പ്ലാന്റ് അതിന്റെ വെയിറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് എത്രയാണ്? 3 liters ആണ്. എന്നാൽ ഒരു മെച്യൂർ കോൺ പ്ലാന്റ് അബ്സോർബ് വാട്ടർ ഈക്വൽ ടു ഇറ്റ്സ് വെയിറ്റ് ഇൻ 5 hours. സോ ആൻസർ ഈസ് ഒബ്വിയസ്ലി 1. ആൻസർ ഏതാണ്? 1 ആണ് വരിക. മനസ്സിലായോ? ആൻസർ 1 ആണ് വരിക. മാറിപ്പോരുത് കേട്ടോ. മെച്യൂർ കോൺ പ്ലാന്റ് ഓർത്തിരിക്കണേ. മെച്യൂർ കോൺ പ്ലാന്റ്, യങ് കോൺ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. യെസ്, വെരി ഗുഡ്. അടുത്തത് ഒബ്സർവ് ചെയ്ത് വേം പറടാ. ഒബ്സർവ് ദ ഫോളോയിങ് ഗിവൻ ഡയഗ്രാം, ഐഡന്റിഫൈ ദ കറക്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നേതാണ്? യൂണിപോർട്ട് അല്ലേ? രണ്ടാമത്തേതാ? ആന്റിപോർട്ട് അല്ലേ? മൂന്നാമത്തേതാ? സിംപോർട്ട് അല്ലേ? സോ യൂണിപോർട്ട്, ആന്റിപോർട്ട്, സിംപോർട്ട് എന്നുള്ളത് ഓപ്ഷൻ 1 വരും. ഓപ്ഷൻ 1. ആൻസർ ഈസ് ഓപ്ഷൻ 1. എത്ര സിമ്പിൾ ആണ്. അടുത്ത വായിക്കേ. ഇടയില്ല. വാട്ടർ ചാനൽസ് ആർ പൊസസ്ഡ് ബൈ മെംബ്രെയിൻ ഫെസിലിറ്റേറ്റഡ് മൂവ്മെന്റ് ഓഫ് ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസ്. ദീസ് ചാനൽസ് ആർ മേഡ് അപ്പ് ഓഫ്. വാട്ടർ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്, ചോദ്യം മാത്രം കേട്ടാൽ മതി. വാട്ടർ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദ്യം. വാട്ടർ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത് വേം പറയടാ. 8 സിമിലർ ടൈപ്പ് ഓഫ് അക്വാപോറൻസ് ആണോ? 8 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്വാപോറൻസ് ആണോ? 6 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അക്വാപോറൻസ് ആണോ? 6 സിമിലർ ടൈപ്പ് ഓഫ് അക്വാപോറൻസ് ആണോ? സോ ആൻസർ ഈസ് ക്ലിയർ. 8 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അക്വാപോറൻസ്. 8 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അക്വാപോറൻസ്. സോ ആൻസർ ഈസ് 2. യെസ്, വെരി ഗുഡ്.
അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്പോർട്ട് ഈസ് നോട്ട് ഹൈലി സെലക്റ്റീവ്. സെലക്റ്റീവ് അല്ലാത്തത് ഏതെന്നാ ചോദ്യം. അപ്പോൾ സെലക്റ്റീവ് ആരാ നോക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെംബ്രെയിൻ പ്രോട്ടീൻ്റെ ഉള്ളിലൂടെയാണ് നടക്കുന്നതെങ്കിൽ ഏതൊരു ട്രാൻസ്പോർട്ടും മെംബ്രെയിൻ പ്രോട്ടീൻ്റെ ഉള്ളിലൂടെയാണ് നടക്കുന്നതെങ്കിൽ അയാൾക്ക് എസ് ക്യൂബ് അപ്ലൈ ചെയ്യാം. അറിഞ്ഞത് ഓർമ്മയുണ്ടോ? ഇഫ് എനി ട്രാൻസ്പോർട്ട് ഒക്കേഴ്സ് ത്രൂ ദ മെംബ്രെയിൻ പ്രോട്ടീൻ വി ക്യാൻ അപ്ലൈ ദ എസ് ക്യൂബ്. ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് എസ് ക്യൂബ് അപ്ലൈ ചെയ്യാം. എസ് ക്യൂബ് ഏതൊക്കെയാണ് പറഞ്ഞാൽ എസ് ക്യൂബ് ഏതൊക്കെയാണ്? ഒന്ന്, അത് സാച്ചുറേറ്റ് ചെയ്യും. രണ്ടാമത്തെ എന്താണ്? സെൻസിറ്റീവ് ആണ്. മൂന്നാമത്തെ എന്താണ്? സെലക്റ്റീവ് ആണ്. ഇതിന്റെ കൂടെ നമുക്ക് സ്പെസിഫിക്കും കൂടി പറയാൻ പറ്റും. മെംബ്രെയിൻ പ്രോട്ടീൻ ഉള്ളിലൂടെ നടക്കുന്നവരൊക്കെ സാച്ചുറേറ്റ് ആണ്, സെൻസിറ്റീവ് ആണ്, സെലക്റ്റീവ് ആണ്, സ്പെസിഫിക് ആണ്. ആണല്ലോ. അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും സെലക്റ്റീവ് ആണ്. അപ്പോൾ സെലക്റ്റീവ് അല്ലാത്തത് ഏതാണ്? സിമ്പിൾ ഡിഫ്യൂഷൻ മാത്രമല്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രാൻസ്പോർട്ട് ഈസ് നോട്ട് ഹൈലി സെലക്റ്റീവ് എന്നാണ് ചോദിച്ചത്. സെലക്റ്റീവ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. സോ ആൻസർ ഈസ് സിമ്പിൾ ഡിഫ്യൂഷൻ. കിട്ടി. ഡിഫ്യൂഷൻ റേറ്റ് ഈസ് അഫക്റ്റഡ് ബൈ. ഡിഫ്യൂഷൻ റേറ്റിനെ അഫക്ട് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ട്, പ്രഷർ ടെമ്പറേച്ചർ ഉണ്ട്, മെംബ്രെയിൻ പെർമിയബിലിറ്റി ഉണ്ട്. സോ ആൻസർ ഈസ് ക്ലിയർ, ഓൾ ഓഫ് ദം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. 27. അടുത്ത 28. വാട്ട് ടൈപ്പ് ഓഫ് മിനറൽസ് ഡു നോട്ട് ഡിഫ്യൂസ് ഓർ ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു പാസ് ത്രൂ ദ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിലൂടെ ഡിഫ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണപ്പെടുന്ന മെംബ്രെയിൻസ് ഏതാണ്? ഹൈഡ്രോഫിലിക് ആണോ ഹൈഡ്രോഫോബിക് ആണോ? വേം പറയടാ. ഹൈഡ്രോഫിലിക് ആണോ ഹൈഡ്രോഫോബിക് ആണോ? ഹൈഡ്രോഫിലിക് ആണ്, വിച്ച് മീൻസ് വാട്ടർ ലവിങ് സബ്സ്റ്റൻസ് ആണ്. സെക്കൻഡ് ആണ് ഓപ്ഷൻ കേട്ടോ, ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസ്. വാട്ടർ ലവിങ് സബ്സ്റ്റൻസിന് പ്ലാസ്മ മെംബ്രെയിൻ ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്ലാസ്മ മെംബ്രെയിൻ ഒരു ലിപ്പിഡ് നേച്ചർ ആണ്, കൊഴുപ്പ് സ്വഭാവം. വരുന്ന മോളിക്യൂളിന് വാട്ടർ ലവിങ് നേച്ചർ, അപ്പോൾ അതിനെ പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. സോ ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസ്. അടുത്തത് വേർ ആർ പോറിൻസ് പ്രസന്റ്. പോറിൻസ് എവിടേക്കാണ് പ്രസന്റ് ആയിട്ടുള്ളത്? വേം പറയടാ. പോറിൻസ് എവിടേക്കാണ് പ്രസന്റ് ആയിട്ടുള്ളത്? ഔട്ടർ മെംബ്രെയിൻ ഓഫ് പ്ലാസ്റ്റിഡ് ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഓഫ് സം ബാക്ടീരിയ ഉണ്ട്. സോ ആൻസർ ഈസ് ക്ലിയർ, ഓൾ ഓഫ് ദം. ആൻസർ ഓൾ ഓഫ് ദം അല്ലടാ. കണ്ടോ, ലാസ്റ്റ് 30ാമത്തെ ചോദ്യം കണ്ടോ. 15 മിനിറ്റോട് 30 ചോദ്യമാണ് നമ്മുടെ ടാർഗറ്റ്. 30ാമത്തെ ചോദ്യം നോക്കിയാൽ യൂണി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് ഏതാ? സൈലം അല്ലേ. മൾട്ടി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് ഏതാ? ഫ്ലോയം അല്ലേ. സെനിസൻസ് എന്താ? വിഡ്രോവൽ ഓഫ് ന്യൂട്രിയൻസ് അല്ലേ. ഡിഫ്യൂഷൻ ഏതാ? ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ലിവിംഗ് സിസ്റ്റം. സോ ആൻസർ ഈസ് 2. കിട്ടിയോടാ? കിട്ടിയോ? അതാണ് ഹീറോയിസം. 15 മിനിറ്റ് 30 ക്വസ്റ്റ്യൻ. റെഡിയാണെന്ന് വിചാരിക്കുന്നു. 23. എന്താ കുഴപ്പം? റെഡിയാണ്? ഇനി അടുത്ത ചാപ്റ്റർ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. എല്ലാം റെഡി ആയില്ലേ? ഇപ്പോൾ എല്ലാവർക്കും ഒരു ബിരിയാണി വെച്ച ഫീൽ കിട്ടിയില്ലേ? 2 മിനിറ്റ് ലേറ്റ് ആണ് എങ്കിലും നമ്മൾ തുടങ്ങാൻ പോണ്. ഓൺ യുവർ മാർക്ക്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അതാണ് സ്പീഡാണ്, കത്തിക്കണങ്ങൾ. അതെ, ഇതിങ്ങനെ കാണണം. റെഡി വേം വരണം. നമുക്ക് ഫുള്ള് റിവൈസ് ചെയ്തിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അമിനോ ആസിഡ്സ് പ്രസന്റ് ഇൻ ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഓഫ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആണ്. നോക്കിക്കോളെ. അമിനോ ആസിഡ്സ് പ്രസന്റ് ഇൻ ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഓഫ് മെയ്സ് ആർ. ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഓഫ് മെയ്സിലുള്ള അമിനോ ആസിഡ് ഏതാണ്? മെത്തിയോനൈൻ ആൻഡ് അലൈൻ ആണോ? ആലൈൻ ആൻഡ് ക്രിസ്റ്റീൻ ആണോ? മെത്തിയോനൈൻ ആൻഡ് സിസ്റ്റീൻ ആണോ? ലൈസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ ആണോ? ഇതെവിടെയോ കേട്ടിട്ട് ഓർമ്മല്ലെങ്കിൽ ആൻസർ ഏതാണ്? ലൈസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ലൈസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ലൈസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ മാറില്ലല്ലോ, ഓർത്തിരിക്കണേ. അമിനോ ആസിഡ് പ്രസന്റ് ഇൻ ഇംപ്രൂവ്ഡ് വെറൈറ്റി ഓഫ് മെയ്സ്, ലൈസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. അടുത്ത് വായിച്ചടാ. 2ാമത്തെ ക്വസ്റ്റ്യൻ. A breed of cow is mated with a closely related breed for 5 generations. കിട്ടിയോ? A breed of cow is related with a closely related breed for 5 generations. It was found that milk production has reduced substantially and animal not keeping good health. Which of the following methods of animal breeding can overcome this problem? ഒരു ആനിമലിനെ ക്ലോസ്ലി ബന്ധമുള്ള അടുത്തൊരു ബ്രീഡുമായിട്ട് ചെയ്യാണ്, അഥവാ അത് ഇൻബ്രീഡിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രൊഡക്ടിവിറ്റി കുറയാൻ കാരണം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടായതാണ്. അതിന് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഔട്ട് ക്രോസിംഗ് അല്ലേ. So we can do this by using outcrossing. So answer is C. കിട്ടിയെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലടാ? ആൻസർ സി ആണ്. ഇനി അടുത്തത് 3ാമത്തെ നോക്കിയാടാ. ദ പ്ലാൻ പാർട്ട് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ടിഷ്യൂ കൾച്ചർ ഈസ്. ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്ന പ്ലാൻ പാർട്ട് ഏതാ ചോദിച്ചത്? പറയും. ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്ന പ്ലാൻ പാർട്ട് ഈസ് നോൺ ആസ് explant. The plant part which is used for tissue culture is known as the plant part which is used for tissue culture is known as explant. The plant part which is used for tissue culture is known as explant എന്നാണ് അതിനെ വിളിക്കുക. എക്സ്പ്ലാന്റ്. നിങ്ങൾക്ക് അവിടെ അറിയാലോ ടിഷ്യൂ കൾച്ചർ എന്താ? ഒരു പ്ലാൻ പാർട്ട് ഉപയോഗിച്ചിട്ട് ഒരു വലിയ പ്ലാന്റ് ഉണ്ടാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരിലടാ ടിഷ്യൂ കൾച്ചർ അല്ലേ? എന്താണോ എന്തുപയോഗിച്ചാണ് നമ്മൾ ഹോൾ പ്ലാൻ ഉണ്ടാക്കുന്നത് അതിനെ പറയുന്ന പേരാണ് എക്സ്പ്ലാന്റ്. എക്സ്പ്ലാന്റ് ആയിട്ട് എന്തൊക്കെ ഉപയോഗിക്കാം? ഒന്നെങ്കിൽ പ്ലാൻ പാർട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതൊരു സെല്ല് ഉപയോഗിക്കാം. അല്ലേടാ? എക്സ്പ്ലാന്റ് എന്നൊരു മുഴുവൻ പ്ലാൻ ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി. അല്ലേടാ? ടോട്ടിപൊട്ടൻസി ഓർമ്മയുണ്ടോ? എബിലിറ്റി ടു മേക്ക് ആൻ എക്സ്പ്ലാന്റ് ജനറേറ്റ് എ ഹോൾ പ്ലാന്റ്. അങ്ങനെ ഒരു എക്സ്പ്ലാന്റിന് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ? യെസ്, വെരി ഗുഡ്. 3ാമത്തെ തീം. 4ാമത്തെ വായിച്ചാടാ. വാട്ട് വാസ് ദ സോഴ്സ് ഓഫ് ഫസ്റ്റ് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഫസ്റ്റ് സോഴ്സ് ഏതാണ്? ഗാമ റൈസ് ആണോ, യുവി റൈസ് ആണോ, എക്സ് റൈസ് ആണോ, കോസ്മിക് റൈസ് ആണോ? സോ ആൻസർ ഈസ് ക്ലിയർ, ഗാമ റൈസ്. അല്ലടാ? യെസ് ആടാ, വെരി ഗുഡ്. എല്ലാവരും ടൈപ്പ് ചെയ്യുന്നുണ്ട്, വെരി ഗുഡ്. ഇതേപോലെ അങ്ങനെ കിട്ടണം കേട്ടോ. അടുത്തത് 5ാമത് വായിക്കടാ. ദ മോസ്റ്റ് കോമൺ സോഴ്സ് ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻ ആർ. ഇത് പറയുന്നവർക്ക് ഞാൻ ഇപ്പം കൊടുത്തുവിടും. എന്ത് കൊടുത്തുവിടാം? ഇവർക്ക് എന്ത് കൊടുത്തുവിടാം?
ഐസ്ക്രീം ആണോ ലോലിപോപ്പ് ആണോ? ഞാൻ പറയും മോസ്റ്റ് കോമൺ സോഴ്സ് ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻ. മോസ്റ്റ് കോമൺ സോഴ്സ് ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻ ഇതിൽ ആര് പറയും? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഈസ്റ്റ് സിംഗിൾ സെൽ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബാക്ടീരിയകളുണ്ട് ഈസ്റ്റിലെ, സക്കറമൈസസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈസ്റ്റിലെ മെതിലോഫിലസ്, അതുപോലെ തന്നെ മെതിലോട്രോഫസ് പറയുന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കാം. അതർ ഫംഗസുകളെ, ഇതല്ലാത്ത ഫംഗസുകളെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് സിംഗിൾ സെൽ പ്രോട്ടീൻ ആയിട്ട്. സോ ആൻസർ ഈസ് ഒബ്വിയസ്ലി ക്ലിയർ, ഓൾ ഓഫ് ദീസ്. ആർക്കെങ്കിലും കിട്ടിയോ? അഞ്ചാമത്തത് മോസ്റ്റ് കോമൺ സോഴ്സ് ഓഫ് SCV, ഓൾ ഓഫ് ദീസ് ആണ്. കിട്ടിയോ? അപ്പോൾ ആൻസർ പറഞ്ഞവർക്ക് വഴിയ സാധനം വരും. മ്യൂൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ക്രോസിംഗ് ബിറ്റ്വീൻ. മ്യൂൾ എങ്ങനെ ഉണ്ടാവുക? മ്യൂൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ക്രോസിംഗ് ബിറ്റ്വീൻ. ആരൊക്കെ തമ്മിലാടാ? മ്യൂൾ ആരൊക്കെ തമ്മിലാണ് ഉണ്ടാവുക? മ്യൂൾ എന്തിന് എക്സാമ്പിളാ? ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ അല്ലേ? ആണ്. മ്യൂൾ ആരൊക്കെ തമ്മിലാണ്? ഒരു മെയിൽ ഡോങ്കിയും ഫീമെയിൽ ഹോസും ആണോ? മെയിൽ ഡോങ്കിയും ഫീമെയിൽ ഹോസും അല്ലേ മ്യൂള്? അപ്പം മെയർ ആൻഡ് ഡോങ്കി. മെയർ എന്ന് പറയുന്നത് ഫീമെയിൽ ഹോസ് ആണ്. ഡോങ്കി അപ്പോൾ മെയിൽ ഡോങ്കി ആയിരിക്കും അത്. സോ ആൻസർ ഈസ് എ. ഐസ്ക്രീം നല്ല മഴയാണ് പുറത്ത്. ഇപ്പം ഞങ്ങൾക്ക് ഐസ്ക്രീം വന്നാൽ പുറത്ത് മഴ നിങ്ങൾ അകത്ത് തണുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കുറയും? ഹോമിയോസിസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് കുറയും. അതുകൊണ്ട് ഇപ്പോൾ ഐസ്ക്രീം ഞാൻ കൊടുത്തേക്കുന്നില്ല. ഓക്കെ, അടുത്തത് വായിക്കടാ. ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഓഫ് IR8 ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഫ്രം. IR8 ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എവിടുന്നാണ്? തായ്വാൻ നിന്നാണോ, ജപ്പാൻ നിന്നാണോ, ഫിലിപ്പൈൻസ് നിന്നാണോ? സോ ആൻസർ ഈസ് ഒബ്വിയസ്ലി ക്ലിയർ, ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസ് നിന്നാണ് IR8 വന്നത്. തായ്വാനിൽ നിന്ന് വന്നൊരു സാധനം ഉണ്ട്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞവർക്ക് ചിക്കൻ ബിരിയാണി ഇപ്പോൾ കൊടുത്തേക്കാം. തായ്വാൻ ടൈച്ചങ് നേറ്റീവ് 1. ഏതാണ്? ടൈച്ചങ് നേറ്റീവ് 1 ആണ് തായ്വാൻ എന്ന് പറഞ്ഞത്. TT തായ്വാൻ ടൈച്ചങ് നേറ്റീവ്. ഫിലിപ്പൈൻസ് എന്നാണ് IR8. മാറിപ്പോലല്ലോ. യെസ്, അടുത്തത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് മൈക്രോപൊപ്പഗേഷൻ? മൈക്രോപൊപ്പഗേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റിന് സഹായിക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ ഓഫ് സോമാക്ലോൺസിന് സഹായിക്കുന്നുണ്ട്, ഈസി ആൻഡ് സേഫ് എക്കണോമിക്കൽ മെത്തേഡ് ഓഫ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ. സോ ക്ലിയർ, ആൻസർ ഈസ് ഓൾ ദി അബവ്. മൈക്രോപൊപ്പഗേഷൻ, പ്രൊഡക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഫ്രം എ സിംഗിൾ എക്സ് പ്ലാന്റ്. അതിനെ പറയുന്ന പേരാണ് മൈക്രോപൊപ്പഗേഷൻ. അതിന് ഇതിനൊക്കെ പറയാൻ പറ്റും. സോ ആൻസർ D ആണ്. 8. 9ാമത്തെ നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ബ്രീഡിംഗ് ഇൻക്രീസസ് ദ ചാൻസ് ഓഫ് ഹോമോസൈഗോസിറ്റി? ഹോമോസൈഗോസിറ്റിക്കുള്ള ചാൻസ് കൂട്ടുന്നത് ആരാണ്? ഹോമോസൈഗോസിറ്റി കൂട്ടുകാരാണ് ഇൻബ്രീഡിംഗ് അല്ലേ? ഹോമോസൈഗസ് കണ്ടീഷൻ കൂട്ടുക. പ്യുവർ ലൈൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇൻബ്രീഡിംഗ് ആണ്. ഹാംഫുൾ റിസസീവ് ജീൻസിനെ ഓരോ ജനറേഷനിലും എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഇൻബ്രീഡിംഗ് ആണ്. സോ ആൻസർ ഈസ് എ. 11. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി ഇൻഡ്യൂസസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻ കൗ? ഏത് കൗ എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻ കൗ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നോക്കിക്കടാ. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സൂപ്പർ ഓവുലേഷനും പറയാം, ഫോളിക്കുലർ മെച്ചുറേഷനും പറഞ്ഞൂടെ. അപ്പോൾ നമുക്ക് ബോത്ത് A and B എടുത്തൂടെ? ബോത്ത് A and B എടുക്കാൻ പറ്റും. സോ ആൻസർ ഈസ് D. കിട്ടിയെന്ന് വിചാരിക്കുന്നു. 12. എ ട്രാൻസ്ജനിക് ഫുഡ് ഗ്രൂപ്പ് വിച്ച് മേ ഹെൽപ്പ് ഇൻ സോൾവിംഗ് ദ പ്രോബ്ലംസ് ഓഫ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ക്യൂർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ജനിക് ക്രോപ്പ് ഏതാണ്? ചാടി വീണ് പറ. ഓപ്ഷൻ B അല്ലേ? ഗോൾഡൻ റൈസ് അല്ലേ? ഗോൾഡൻ റൈസ് റിച്ച് ഇൻ വൈറ്റമിൻ എ. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനെ തടയാൻ സഹായിക്കുന്നത് ഗോൾഡൻ റൈസ് ആണ്. ബീറ്റ കരോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന നിങ്ങൾ കേട്ടുട്ടോ. 13. വിച്ച് ആർ കോമൺ മെറൈൻ ഫിഷസ്? മാറിപ്പോരുത്. മെറൈൻ ഫിഷസ് ഹിൽസ, സാർഡൈൻ, മാക്രീൽ, പോംഫ്രെറ്റ്. യെസ്, ഒരു പോംഫ്രെറ്റ് ഫ്രൈ ആണ് കൊടുത്തയച്ചാലോ? അതിൻ്റെ കൂടെ നൈസായിട്ട് 2 ചപ്പാത്തിയും കൊടുത്തു വിടാം അല്ലേ? സോ നോക്കിക്കോളൂ. പോംഫ്രെറ്റിന് മലയാളം അറിയോ? പോംഫ്രെറ്റ് നമ്മൾ ആവോലി പൊരിച്ച് ചപ്പാത്തി. ഞാൻ പറഞ്ഞില്ല. നോക്കിക്കോളൂ. ഹിൽസ, സാർഡൈൻ, മാക്രീൽ ആൻഡ് പോംഫ്രെറ്റ്. കിട്ടിയല്ലോ. എന്നാൽ ഇവർ 3 പേര് ആരാടാ? കട്ട്ല, രോഹു, കോമൺ കാർപ്പ്. ഇവർ ഫ്രഷ് വാട്ടർ ഫിഷസ് ആണ്. കട്ട്ല, രോഹു, കോമൺ കാർപ്പ് ഫ്രഷ് വാട്ടർ ആണ്. മറ്റൊരു മെറൈൻ വാട്ടർ ആണ്. കിട്ടി. 14. ഇത് മാച്ചിക്കാടാ. ഇതിന്റെ ട്രിക്കൊക്കെ ഞങ്ങൾക്ക് 10 days ചലഞ്ച് എടുത്തപ്പോൾ പറഞ്ഞു തന്നായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പുസാ സ്വർണിമൊക്കെ പറയാൻ പറഞ്ഞേ. പുസാ സ്വർണിമ ഏതാടാ വരിക? ബ്രാസിക് അല്ലേ? പുസാ സുബ്ര ഏതാ വരികടാ? കോളിഫ്ലവർ അല്ലേ? പുസാ കൊമാല ഏതാടാ വരിക? കൗപ്പി അല്ലേ? പുസാ സവാനി ഒക്ര അല്ലേ? സോ ആൻസർ 2 അല്ലേ വരിക? യെസ്. സാറൊരു കില്ലാടി തന്നെ. ഒന്ന് പോയടാ. സോ നോക്കിക്കോളെ. 14 രണ്ടുപേരും. അടുത്ത 15. ബ്രീഡിംഗ് ഓഫ് ക്രോപ്സ് വിത്ത് ഹയർ ലെവൽസ് ഓഫ് മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻസ് ഈസ് കാൾഡ്. പ്രോട്ടീൻ കേട്ടണ്ടേ? അപ്പോൾ പറ. ബ്രീഡിംഗ് ഓഫ് ക്രോപ്സ് ഹൈ ലെവൽസ് ഓഫ് വൈറ്റമിൻസ് മിനറൽസ് ആൻഡ് പ്രോട്ടീൻസിനെ പറയുന്ന പേരാണ് ബയോഫോർട്ടിഫിക്കേഷൻ. അടുത്തത്. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ഇൻ ദ മെത്തേഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നിക്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫിഷ് കൾട്ടിവേഷൻ ആണോ? പ്രോൺ കൾട്ടിവേഷൻ ആണോ? ക്ലോണിങ്ങിനാണോ? അല്ല. ഹൈബ്രിഡൈസേഷൻ ഇൻ കാറ്റിൽ. വെരി ഗുഡ്. ഹൈബ്രിഡൈസേഷൻ ഇൻ കാറ്റിൽ.
17ാമത്തത് പുസ സുബ്ര ഇംപ്രൂവ്ഡ് വെറൈറ്റി ഓഫ് കോളിഫ്ലവർ റെസിസ്റ്റന്റ്. പുസ സുബ്ര നമുക്ക് ഓർമ്മല്ലേ, നമ്മൾ പറഞ്ഞ സാധനം ഓർമ്മല്ലേ, സുബ്ര എന്ന് വെച്ച് പറഞ്ഞേ. പുസ സുബ്ര ഈസ് ഹൈലി റെസിസ്റ്റന്റ് ടു ബ്ലാക്ക് റോട്ട് ഡിസീസ്. ബ്ലാക്ക് റോട്ടിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുസ സുബ്ര കോളിഫ്ലവറിന്റെ മോഡലായിട്ടിരിക്കുന്നത്. ഹിമിഗ്രി ഡെവലപ്ഡ് ബൈ ഹൈബ്രിഡൈസേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ഡിസീസ് റെസിസ്റ്റന്റ് അഗൈൻസ്റ്റ് പാത്തോജൻസ് ഇൻ വെറൈറ്റി ഓഫ്. ഹിമിഗ്രി ആരുടെ വെറൈറ്റി ആണ് എന്നാണ് ചോദിച്ചത്. ഹിമിഗ്രി ആരുടെ വെറൈറ്റി ആടാ? ഹിമിഗ്രി വീറ്റിന്റെ വെറൈറ്റി അല്ലേടാ? ഹിമിഗ്രി വീറ്റിന്റെ വെറൈറ്റി അല്ലേടാ? അല്ലേ? ഇനി അടുത്തത് 20. ഇന്ത്യ ആൻഡ് ചൈന ഹാസ് മോർ ദാൻ 70% ഓഫ് വേൾഡ് ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ ആൻഡ് പ്രൊഡ്യൂസ് ഫോളോയിങ് പെർസെൻറ്റേജ് ഓഫ് വേൾഡ് ഫാം പ്രൊഡ്യൂസ്. ലോകത്തിലുള്ള മൊത്തം കാറ്റിലിന്റെ നമ്മൾ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ, കന്നുകാലികളുടെ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ 70% കിടക്കുന്നത് ഇന്ത്യയിലും ചൈനയിലുമാണ്. പക്ഷേ ഇന്ത്യയിലും ചൈനയിൽ നിന്നും കൂടി വരുന്ന പ്രൊഡക്റ്റ് എത്ര ശതമാനം മാത്രമാണ് ഉള്ളത് എന്ന് ചോദിച്ചു. ജസ്റ്റ് 25% മാത്രമേ ഉള്ളൂ. അതിന്റെ റീസണും ഞാൻ പറഞ്ഞിരുന്നു. പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് ഏരിയ ഈസ് വെരി ലോ. അതുകൊണ്ടാണ് ഇന്ത്യയിലും ചൈനയിലും പ്രൊഡക്ഷൻ കുറവും കാറ്റിലിന്റെ എണ്ണം കൂടുതൽ ഉണ്ടായിട്ടും പ്രൊഡക്ഷൻ കുറയാൻ കാരണം. എന്തുകൊണ്ടാണ്? പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് ഏരിയ ഈസ് വെരി ലോ ആയതുകൊണ്ടാണ്. അടുത്തത് ദ റിയറിംഗ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ഫോൾ ഈസ് കാൾഡ്. റിയറിംഗ് ആൻഡ് റേസിംഗ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ഫോൾ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ്. ഫോൾ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ്. ഒരു കൂട്ടം പക്ഷികളെ റിയർ ചെയ്ത് റേസ് ചെയ്തിട്ടുള്ള പ്രക്രിയക്ക് എന്താണ് പറയാ? ടിക്കറി എന്നാണോ, ആപ്പിയറി എന്നാണോ, പോൾട്രി എന്നാണോ, ഡയറി ഫാമിംഗ് എന്നാണോ? സോ ആൻസർ ഈസ് ക്ലിയർ, പോൾട്രി. അല്ലടാ, വെരി ഗുഡ്. നിങ്ങളെല്ലാവരും നല്ല ഫുഡ് കഴിച്ചാൽ സെറ്റപ്പിൽ ഇരിക്കാമെന്ന് തോന്നുന്നത്. ആൻസർ വേഗം വരുന്നുണ്ട്. ഇതേപോലെ വേണം കേട്ടോ. 22ാമത്തെ ചോദ്യം. ഹിസാർഡൈൽ ഈസ് എ ന്യൂ ബ്രീഡ് ഷീപ്പ് ഡെവലപ്ഡ് ഇൻ പഞ്ചാബ് ബൈ ദ ക്രോസിംഗ് ബിറ്റ്വീൻ. പറഞ്ഞടാ. ഹിസാർഡൈൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഹിസാർഡൈൽ എങ്ങനെ ഉണ്ടാവണേ? ഹിസാർഡൈൽ എങ്ങനെ ഉണ്ടാവണം? ഞാൻ പറഞ്ഞേ ബിക്കാനിരി, ഈവ് ആൻഡ് മറീനോ, റാം അല്ലേ? സോ ആൻസർ ഈസ് എ. ഈവ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഷീപ്പ്, റാം എന്ന് പറഞ്ഞാൽ മെയിൽ ഷീപ്പ്. ഒരു മെയിൽ ഷീപ്പും ഒരു ഫീമെയിൽ ഷീപ്പും ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഹിസാർഡൈൽ. അതൊരു ന്യൂ ബ്രീഡ് ഷീപ്പാണ്. ഇനി ഓർമ്മ ഉണ്ടോ? ഹിസാർഡൈൽ ഏത് ബ്രീഡിങ്ങാ? നമുക്ക് ഔട്ട് ബ്രീഡിങ് 3 തരത്തിലുണ്ട്, നമുക്കറിയാം ഇല്ലേ? ഏതൊക്കെ ഉണ്ട് ഔട്ട് ബ്രീഡിങ്? 3 തരത്തിൽ ഏതൊക്കെ? 1 ഔട്ട് ക്രോസിംഗ് ഉണ്ട്, 2 ക്രോസ് ബ്രീഡിംഗ് ഉണ്ട്, 3 ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷനും ഉണ്ട്. അതിൽ ഔട്ട് ക്രോസിംഗിന്റെ ഫലമായി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പറയുന്ന പേരാണ് ഔട്ട് ക്രോസസ്. എ സിംഗിൾ ഔട്ട് ക്രോസ് ക്യാൻ ഓവർകം ഇൻ ബ്രീഡിംഗ് ഡിപ്രഷൻ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ക്രോസ് ബ്രീഡിങ്ങിന് എക്സാമ്പിൾ ആണ് ഹിസാർഡൈൽ. ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ആണ് മ്യൂള്, അഥവാ 2 സ്പീഷീസുകൾ തമ്മിൽ. ഇത് ചോദിച്ചാൽ എഴുതി കറുപ്പിക്കണം കേട്ടോ. കറുപ്പിച്ചിട്ട് നമ്മളോട് തന്നെ പറയണം. അതെ. അടുത്തത് 24ാമത്തത് നോക്കി കേടാ. സം കോപ്സ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ തന്നിട്ടുണ്ട്. ഇതൊന്ന് പറഞ്ഞേ. ഇത് നമ്മൾ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ABCD ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ബ്രാസിക്ക ഗൗരവത്തിൽ ആരെ നോക്കി? അഫിഡ്സിനെ നോക്കി അല്ലേ? അപ്പൊ ഒന്നാമത്തേത് ഏത് വരണം? അഫിഡ്സ് വരണം. രണ്ടാമത്തതോ ജാഫർ. നമ്മളിങ്ങനെയല്ലേ പറഞ്ഞത്? ജാഫർ സെം 2ലും സെം 3ലും ഫ്ലാറ്റ് ബീനായി. ജാഫർ സെം 2ലും സെം 3ലും എന്തായി? ഫ്ലാറ്റ് ബീനായി. യെസ്, വെരി ഗുഡ്. ആവണി ഗൗരി ക്രോസ് അല്ലേ? ആണോ? ആണ്. അല്ലേ എന്നുള്ളൊരു ചോദ്യമല്ല കേട്ടോ. ആണ്. ഇനി നമ്മൾ പറയുന്നതാണ് സത്യം. നമുക്ക് ഇനി ഡൗട്ടുകളില്ല. പൂവ കറുപ്പിക്കുക, സ്റ്റെതസ്കോപ്പ് വെച്ച് പോരുക. അതിലപ്പുറത്തേക്കൊന്നുമില്ല. അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നടത്തം മാറ്റണം. സാധാ നടത്തല്ല, പിന്നെ ഡോക്ടർമാരെ നടത്താവണം നമുക്ക് കേട്ടോ. എക്സാമുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടർമാരെ നടത്തിറങ്ങിയിട്ട് വരണം. സോ അടുത്ത പോട്ടെ. ഷൂട്ട് ബോറൻ ഇതാരാണ്? ഒക്ര അല്ലെങ്കിൽ ബിന്ദി. ഒക്ര അല്ലെങ്കിൽ ബിന്ദി സവാനി A4 എഴുതിയിട്ട് ആർക്ക് കാണിച്ചു? ബോറർക്ക് കാണിച്ചു. സോ ഓപ്ഷൻ ഏത് വരും? അഫിഡ്സ്, ഫ്ലാറ്റ് ബീൻ, ഒക്ര, ബിന്ദി എന്ന് വരുമ്പോൾ ഓപ്ഷൻ സി വരും. വരൂലടാ? 24 സി വരും. ഇനി 25 വയ്ക്കേ. 28. ഓക്കെ. ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യ ഒക്കെ ഡ്യൂറിങ്. ഗ്രീൻ റെവല്യൂഷൻ എപ്പോഴാണ് നടന്നത്? ഗ്രീൻ റെവല്യൂഷൻ നടന്നത് വേഗം പറയണം. മിഡ് ഓഫ് 1960s ഇൻ ദ മിഡ് ഓഫ് 1960s ഗ്രീൻ റെവല്യൂഷൻ നടക്കുന്നത്. ഗ്രീൻ റെവല്യൂഷൻ വഴി നിങ്ങൾ ബയോടെക്നോളജി കേട്ടു. ഗ്രീൻ റെവല്യൂഷൻ വഴി ഫുഡ് പ്രൊഡക്ഷൻ 3 ഇരട്ടിയായിട്ട് കൂട്ടി. ആ ഫുഡ് പ്രൊഡക്ഷൻ 3 ഇരട്ടിയായിട്ട് കൂട്ടാൻ 3 കാരണങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? 1 ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റീസ് ഉപയോഗിച്ചു, 2 കെമിക്കൽസ് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഗ്രീൻ റെവല്യൂഷൻ കഴിഞ്ഞു മിഡ് ഓഫ് 1960s. ക്ലിയർ ആണോ? ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫേഴ്സ് ഈസ് കോസ്ഡ് ബൈ. ഇത് വേഗം പറയണം. ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫേഴ്സ് എല്ലാവരും ഡോക്ടർമാരായിക്കേ. ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് തന്നു, അഥവാ സിംറ്റം ഞാൻ തന്നു, ഞങ്ങൾ അനലൈസ് ചെയ്തിട്ട് പറയണം. ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫേഴ്സ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് ആണോ, ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? സോ ഒബ്വിയസ്ലി ക്ലിയർ, ഇറ്റ് ഈസ് ബാക്ടീരിയ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. റെഡിയല്ലേ? ആഹ്ലാദിപ്പിക്കും കുഞ്ഞുങ്ങളെ. അടുത്ത ചോദ്യം. പുസ സവാനി ഈസ് എ ഹൈബ്രിഡ് വെറൈറ്റി ഓഫ്. പുസ സവാനി 27ാമത്തെ ചോദ്യമാണ്. പുസ സവാനി ഈസ് എ ഹൈബ്രിഡ് വെറൈറ്റി ഓഫ്. പുസ സവാനി ആരുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്? പുസ സവാനി ഈസ് എ ഹൈബ്രിഡ് വെറൈറ്റി ഓഫ്. പുസ സവാനി A4 ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറർ ആരാണത്? പുസ സവാനി എന്ന് പറയുമ്പോൾ സോറി മാറിപ്പോയതാണ്. പുസ സവാനി എന്ന് പറയുമ്പോൾ ബിന്ദിയുടേതാണ്. ബിന്ദി. പുസ സവാനി ബിന്ദി അല്ലേ? അല്ലേ? ആഹ്ലാദിപ്പിൻ മക്കളെ, ആഹ്ലാദിപ്പിൻ. അതോടുകൂടി നമ്മളെ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ളൊരു ചാപ്റ്റർ തീർന്നു. എങ്ങനെയുണ്ട്? റെഡിയാണെന്ന് വിചാരിക്കുന്നു അല്ലേ?
എങ്കിൽ ഇനി നമുക്ക് ചെറിയൊരു ചാപ്റ്റർ കൂടി ചെയ്യാനുണ്ട്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. ആർക്കും അവനെ തോൽപ്പിക്കാനാവില്ല. പറ്റുമോ? അതാണ് നിങ്ങൾക്ക് നാളെ നിങ്ങൾ മനസ്സിൽ തോന്നുന്ന സാധനം. ആർക്കും അവനെ തോൽപ്പിക്കാനാവില്ല. നമ്മൾ പഠിക്കുന്നു, നമ്മൾ എഴുതുന്നു, നമുക്കറിയുന്നത് വൃത്തിയായിട്ട് എഴുതുന്നു. അറിയാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കുന്നു. അറിയാത്ത ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അറിയാത്ത ചോദ്യമാണ് ഒട്ടും വായിച്ചിട്ട് മനസ്സിലാവില്ല നിങ്ങൾക്ക് തോന്നിയത് കുത്താൻ നിൽക്കരുത്, അത് നെഗറ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് അറിയുന്നത് മാത്രം നമ്മൾ എഴുതിയാൽ മതി കേട്ടോ. അറിയുന്നത് മാത്രം എഴുതുമ്പോൾ ആകെ 100 ചോദ്യമുള്ളൂ എന്നല്ല വിചാരിക്കേണ്ടത്. നമുക്ക് അറിയുന്ന ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് കൃത്യമായിട്ട് വായിക്കുക. മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഏറ്റവും അവസാനം കുട്ടികൾ കാണിക്കുന്നതാണ് മക്കളെ, സ്ഥിരം കേൾക്കുന്ന സാധനമാണിത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല, താങ്ക് യു പറയാൻ തുടങ്ങിയോ? കഴിഞ്ഞിട്ടില്ല ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉപദേശിക്കാൻ പോയതാണ്. ഉപദേശമല്ല, എല്ലാവരും ഫുഡ് തന്നെയല്ലടാ ഈ തരുന്നേ. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷണം തന്നെയല്ല തരുന്നേ. ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഈ മുച്ചാൻ വയറിന് വേണ്ടിയിട്ടാണ് ഈ ഓട്ടൊക്കെ പെടാപാടൊക്കെ പെടുന്നത് കേട്ടോ. സോ അതാ നോക്കിക്കോളി, നമുക്ക് വൃത്തിയായിട്ട് AC റൂമിലിരുന്ന് കറങ്ങുന്ന ചെയറിൽ വൈറ്റ് കോട്ട് ഇട്ട് തിന്നണം. വെറുതെ അല്ല, ടീഷർട്ട് ഇട്ടല്ല, വൈറ്റ് കോട്ട് ഇട്ട് തിന്നണം. അതിനാണ് ഈ പാടൊക്കെ പെടുന്നത് കേട്ടോ. സോ നോക്കാം, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. ഓൺ യുവർ മാർക്ക്. നോക്കിക്കോളൂ, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചടാ. ദ ഓർഗാനിസം വിച്ച് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് ആർ കാൾഡ്. കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യണത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈട കുറവുണ്ട്. നമുക്ക് ആൻസർ ക്ലിയർ ആണ്. ഹോമിയോതേംസ് അല്ലടാ, ഹോമിയോതേംസ് ആണ്. വേഗം തന്നെ തിരിച്ചു വരാം. സോ ഓർഗാനിസംസ് വിച്ച് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ്. കോമൺ മിസ്റ്റേക്ക് എന്താ? അതാണ് ഞാൻ പറയാൻ വിട്ടുപോയത്, സമയമല്ല. സാധാരണ കുട്ടികൾ ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ബയോളജി ഭയങ്കര സ്പീഡായിട്ട് 30 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഷടപടയെന്ന് വെച്ചാൽ വായിച്ച് ഓപ്ഷൻ ഫുള്ള് നോക്കാതെ ചെയ്യും. അതിന് നിൽക്കരുത്. നിങ്ങൾ ബയോളജി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻ കൃത്യമായി വായിച്ചിട്ട് വേണം ചെയ്യാൻ. കുത്തിക്കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. പ്ലാസ്മോഡിയം കാണും, പാരമീസിയോ ഉണ്ടാവും. അതിൽ പ്ലാസ്മോഡിയം ആയിരിക്കും അതിൻ്റെ ആൻസർ. എന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ പാരമീസിയ ആയിരിക്കും. ചോദ്യം വായിച്ചിട്ട് നിങ്ങൾ ആദ്യമാണ് കുത്തും. പി കാണുമ്പോൾ അത് കുത്തിയിട്ട് താഴത്തെ ചോദ്യം വായിക്കുമ്പോഴേക്കാരം മുകളിലത്തത് കാണും, 4ാമത്തെ ഓപ്ഷൻ കാണാം. അപ്പോൾ അവസ്ഥ ഉണ്ടാക്കരുത്. ചോദ്യം കൃത്യമായിട്ട് വായിക്കുക, എല്ലാ ഓപ്ഷനും ഒന്ന് നോക്കുക. ഒരു 10-40 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ബയോളജി ചെയ്ത് തീർക്കുന്ന രീതിയിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാതെ സ്പീഡ് കൂട്ടി നെഗറ്റീവ് ആക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കിട്ടിയല്ലോ? പിന്നെ കറുപ്പിക്കുന്നത് നല്ലപോലെ നോക്കുക. 1 എഴുതി 2 എഴുതിയില്ല, 3 എഴുതി, 3ൻ്റെത് 2 പോയി കറുപ്പിക്കരുത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എക്സാം ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ചെത്തിയിട്ടുണ്ട് മക്കളെ, എക്സാം കൃത്യമായിട്ട് എഴുതിയാൽ മാത്രം മതി. കൃത്യമാണല്ലോ? റെഡി? ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി നോക്കിക്കോളൂ, ഓർഗാനിസം വിച്ച് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് ഈസ് കാൾഡ്. ഇന്റേണൽ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമിയോതേംസ് എന്നാണ് വിളിക്കുക. ഹോമിയോതേംസ് അവർക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഹോമിയോസ്റ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഏത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഹോമിയോസ്റ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവർ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺഫോംസ് എന്ന് വിളിക്കുക. അവരെ വിളിക്കുന്ന വേറെ പേരാണ് പൊയ്ക്കിലോതേംസ്. ഇത് ബുക്കിലില്ല, അതുകൊണ്ട് പഠിച്ചോളുന്നില്ല. നിങ്ങൾ ഈ കൺഫോംസ് പഠിച്ചാൽ മതി. ഇവരുടെ ഗ്രാഫ് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? ഗ്രാഫ് ഓർമ്മ ഉണ്ടോ? ഗ്രാഫ് പറഞ്ഞേ, റെഗുലേറ്റേഴ്സിന്റെ ഗ്രാഫ് ഇങ്ങനല്ലേ, കൺഫോംസിന്റെ ഗ്രാഫ് ഇങ്ങനല്ലേ, പാർഷ്യൽ റെഗുലേറ്ററിന്റെ ഗ്രാഫ് ഇങ്ങനല്ലേ? ഓർമ്മ ഉണ്ടല്ലേ? അതൊക്കെ നമ്മൾ 10 ഡേയ്സിൽ പറഞ്ഞാണ്. രണ്ടാമത് നോക്കിയാടാ, ദ പോപ്പുലേഷൻ ഓഫ് an insect species show explosive increase in the number during a rainy season followed by its disappearance at the end of the season. What does this show? റെയിനി സീസൺ തുടങ്ങിയപ്പോൾ എന്തായി? ഒരു ഇൻസെക്ട് ഗ്രൂപ്പ് ഭയങ്കരമായിട്ട് കൂടി, പെട്ടെന്ന് റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടായി. ആ റെയിനി സീസൺ തീർന്നപ്പോൾ ആ ഇൻസെക്ട്സുകളുടെ ഗ്രോത്ത് അതേപോലെ തന്നെ കുറഞ്ഞു ചെയ്തു. എന്താണ് അതിന്റെ കാരണം? അപ്പൊ എങ്ങനെ ഉണ്ടാവുക? നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരു ഗ്രാഫിൽ നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കൂടൂലേ? റെയിനി സീസണിൽ ഇത് റാപ്പിഡ് ഇൻക്രീസ് അല്ലേ? അപ്പോൾ ഒരു ജെ ഷേപ്ഡ് കർവല്ലേ കിട്ടുക. സോ ആൻസർ ഈസ് 3. യെസ്, വെരി ഗുഡ്. എത്ര ചാപ്റ്റർ കഴിഞ്ഞു? അതൊക്കെ വഴിയെ പറയൂ കേട്ടോ. മൂന്നാമത്തെ നോക്കിയേ, തോൺസ് ആർ എ മീൻസ് ഓഫ് ഡിഫൻസിൻ. തോൺസ് ഡിഫൻസീവ് ആയിട്ട് കാണുന്നത് എവിടെയാണ്? തോൺസ് ഡിഫൻസീവ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് കാണുന്നത് എവിടെയാടാ? കാക്ടസിലല്ലേ? തോൺസ് ഡിഫൻസീവ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് കാണുന്നത് കാക്ടസിലല്ലേടാ? കാക്ടസിൽ ആരാടാ മുള്ളായിട്ട് മാറിയില്ല? തോൺസ് എന്നല്ല, ശരിക്കും സ്പൈൻസ് എന്നാണ് പറയാ. ആരാടാ അത് മാറിയിട്ടുള്ളത്? ലീവ്സ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളടാ സ്പൈൻസ് ആയി മാറിയിട്ടുള്ളത്. അല്ലേ? സോ ആൻസർ ഈസ് 2. അടുത്തത് മാർച്ച് 1, 2. മാച്ചിക്കേ. ഹൈബർനേഷൻ ആരാ കാണിക്കുക? ബിയേഴ്സ് അല്ലേ? ഈസ്റ്റുവേഷൻ ആരാ കാണിക്കുക? സ്നെയിൽ ആൻഡ് ഫിഷ് അല്ലേ? ഡയാപോസ് ആരാ കാണിക്കുക? സൂ പ്ലാങ്ക്ടൺ അല്ലേ? അപ്പോൾ ARBPCQ. അപ്പോൾ നമുക്ക് ഏത് വരും? ഓപ്ഷൻ 1 വരും. ഓപ്ഷൻ 1 അല്ലേടാ? ഹൈബർനേഷൻ ഏത് സീസണാന്ന് കൂടി ഓർത്തേക്കണേ? വിന്റർ സീസൺ. ഈസ്റ്റുവേഷൻ ഏത് സീസണാണ്? സമ്മർ സീസൺ. ഡയാപോസ് എപ്പോഴും കാണിക്കുക? സൂ പ്ലാങ്ക്ടൺസ് ആണ്. സസ്പെൻഡഡ് ഗ്രോത്ത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തത് ഹൂ ഷോഡ് ദാറ്റ് 5 ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഓഫ് വാർബ്ലേഴ്സ് ഓൺ ദ ലിവിംഗ് ഓൺ ദ സെയിം ട്രീ വെർ ഏബിൾ ടു അവോയ്ഡ് കോമ്പറ്റീഷൻ ആൻഡ് കോ എക്സിസ്റ്റൻസ് ഡ്യൂ ടു ബിഹേവിയറൽ ഡിഫറൻസ് ഇൻ ദെയർ ഫോറേജിങ് ആക്ടിവിറ്റീസ്. ഇല്ലേ? അത് ആരാണ് ആ പരീക്ഷണം ചെയ്തത്? മാക് ആർദർ. ഇവിടെ ചെയ്യേണ്ട മാക് ആർദർ ആണ് ചെയ്തത്. മാക് ആർദർ. അത് ആ കോമ്പറ്റീഷന്റെ ഏറ്റവും ലാസ്റ്റ് ലൈൻസ് ആണ്. ആ പാരഗ്രാഫിന്റെ ഏറ്റവും ലാസ്റ്റ് ലൈൻസ്. വാർബ്ലർ സ്പീഷീസ് അല്ലാതെ ഫോറേജിങ് ആക്ടിവിറ്റി കൊണ്ട് അവരെല്ലാവരും എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണത്. സോ ആൻസർ ഈസ് 2.
അടുത്തത് ആറാമത്തെ നോക്കിയാടാ എ പ്രോബബിൾ എക്സാമ്പിൾ ഓഫ് കമൻസാലിസം. കമൻസാലിസത്തിന് ഒരു എക്സാമ്പിൾ മൈക്കോറൈസ ഏതാണ്? മൈക്കോറൈസ ഏതാണ്? മ്യൂച്വലിസം അല്ലേ? മൈക്കോറൈസ ഏതാണ്? മ്യൂച്വലിസം അല്ലേ? മൈക്കോറൈസ മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. ലൈക്കൻസ് ആൽഗെ ഫംഗൈ മ്യൂച്വലിസം ആണ്. ഫ്ലവറിംഗ് പ്ലാന്റ് ആൻഡ് ദിയർ പോളിനേറ്റേഴ്സ് മ്യൂച്വലിസം ആണ്. എന്നാൽ ബർണാക്കിൾസ് ഓൺ ദ ബാക്ക് ഓഫ് വെയിൽ അതാണ് ഏതെന്ന് പറയുന്നത് കമൻസാലിസം. കമൻസാലിസം പ്ലസ് സീറോ ഇന്ററാക്ഷൻ ആണ്. കമൻസാലിസത്തിന് വേറൊരു എക്സാമ്പിൾ ആണ് ഓർക്കിഡ് ഗ്രോയിങ് ഓൺ ദ ബാക്ക് ഓർക്കിഡ് ഗ്രോയിങ് ഓൺ മാംഗോ ട്രീ ഇല്ലേ? കാറ്റിൽ എഗ്രറ്റും കാറ്റിലും തമ്മിലുള്ള ഇന്ററാക്ഷൻ, ക്ലോൺ ഫിഷും അതിന്റെ ഇതും തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഇതൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കമൻസാലിസത്തിന് എക്സാമ്പിൾ ആണ്. അടുത്തത് കസ്ക്യൂട്ട ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. കസ്ക്യൂട്ട എന്തിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞാൽ? എക്ടോപാരസൈറ്റ് ആണോ, ബ്രൂഡ് പാരസൈറ്റ് ആണോ, പ്രൊഡക്ഷൻ ആണോ, എൻഡോപാരസൈറ്റിസ് ആണോ? എക്സ്റ്റേണൽ ആണെങ്കിൽ അതിന് നമ്മൾ എക്ടോപാരസൈറ്റ് എന്നും, ഉള്ളിലാണെങ്കിൽ നമ്മൾ അതിന് എൻഡോപാരസൈറ്റ് എന്ന് വിളിക്കും. കസ്ക്യൂട്ട പുറത്ത് വളരുന്നുണ്ട്, അതൊരു എക്ടോപാരസൈറ്റ് ആണ്. നമ്മൾ ഉള്ളിലുള്ള കയറുന്ന ലിവൻ ഫ്ലൂക്ക് വൈറസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്? എൻഡോപാരസൈറ്റ് ആണ്. ബേർഡ്സ് കാണിക്കുന്ന സ്പെഷ്യൽ പാരസൈറ്റിനെ പറയുന്ന പേരാണ് ബ്രൂഡ് പാരസൈറ്റിസം. ആരൊക്കെ തമ്മിലാ? കുക്കും ക്രോയും തമ്മിലുള്ള ഇന്ററാക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് അൻ ഇന്റിമേറ്റ് റിലേഷൻ ബിറ്റ്വീൻ ടു സ്പീഷീസ് ഇൻ വിച്ച് കോ എവല്യൂഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ഒക്കർ. രണ്ട് സ്പീഷീസിന്റെ രണ്ടുപേരും കോ എവല്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആൻസർ ഈസ് മ്യൂച്വലിസം. രണ്ടുപേരും എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതാ വരിക? നമ്മൾ മ്യൂച്വലിസം എന്നല്ല പറയാം. കോമ്പറ്റീഷനിൽ രണ്ടുപേർക്കും ഏതെങ്കിലും ഒരാൾ കോമ്പീറ്റ് ചെയ്ത് മരിക്കും. പാരസൈറ്റിസത്തിലും ഹോസ്റ്റ് മരിച്ചു പോകാനാണ് സാധ്യത, പാരസൈറ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ കോ എക്സിസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വലിസം ആണ്. സോ ആൻസർ ഈസ് 2. ഗോസസ് പ്രിൻസിപ്പിൾ ഓഫ് കോമ്പറ്റീവ് എക്സ്ക്ലൂഷൻ സ്റ്റേറ്റ് ദാറ്റ് ഏതാണ്? ഗോസസ് പ്രിൻസിപ്പിൾ ഓഫ് കോമ്പറ്റീവ് എക്സ്ക്ലൂഷൻ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? കോമ്പറ്റീഷൻ ഫോർ സെയിം റിസോഴ്സ് എക്സ്ക്ലൂഡ് സ്പീഷീസ് അല്ല. നോ ടു സ്പീഷീസ് ക്യാൻ ഓക്യുപൈ ദ സെയിം നിച്ച് ഇൻഡെഫിനിറ്റ്ലി ഫോർ ദ ലിമിറ്റിംഗ് റിസോഴ്സസ്. ലിമിറ്റിംഗ് റിസോഴ്സ് ഉള്ളിടത്ത് എന്താ പറഞ്ഞത്? സെയിം ലിമിറ്റിംഗ് റിസോഴ്സ് ഉള്ളിടത്ത് ഇൻഡെഫിനിറ്റ് ആയിട്ട് രണ്ട് സ്പീഷീസിന് നിൽക്കാൻ പറ്റില്ല. ഇൻഡെഫിനിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കിട്ടിയോ? നിൽക്കാം, പക്ഷേ ഇൻഡെഫിനിറ്റ് ആയിട്ട് കുറേ കാലത്തേക്ക് നിൽക്കാൻ പറ്റില്ല. സോ 9 2 ആൻസർ. പെർസെൻറ്റേജ് ഓഫ് ഫൈറ്റോഫാഗസ് ഇൻസെക്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഇൻസെക്ട്സ് അഥവാ ഹെർബിവോസ് ആണ് പ്ലാന്റ്സിന്റെ പ്രഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. അൺലൈക്ക് ആനിമൽസ് പ്ലാന്റ്സ് കനോട്ട് റൺ അവേ ഫ്രം ദയർ പ്രഡേറ്റർ. ഓരോ പ്രഡേറ്ററിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ പറയുന്ന ഒരു ലൈൻ ഉണ്ട് ആ പാരഗ്രാഫിൽ. നിയർലി 25% ഓഫ് പ്ലാന്റ്സ് ആർ ഫൈറ്റോഫാഗസ് എന്ന് പറയുന്നുണ്ട്. 25%. So answer is 2. ഒക്കെ കിട്ടുന്നുണ്ട് വിചാരിക്കുന്നു. Which of the following best describe the principle of competitive exclusion in wake of McArthur's findings? McArthur findings നെ വെച്ചിട്ട് competitive exclusion principle പറയാൻ പറ്റുന്ന ഏതാണ്? Competition between two species cause അത് പറയാൻ പറ്റില്ല. Two species occupying exactly same niche coexist in a community. Can coexist ചെയ്യാൻ പറ്റും. Resource partitioning വെച്ച് എന്ന് പറയുന്നുണ്ട്. So 11 നമ്മൾ 2 ആണ് വരിക. ഇനി 12 നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? താഴെ തന്നിട്ടില്ലേ കറക്റ്റ് ഏതാണ്? വെരി സ്മോൾ ആനിമൽസ് ആർ റെയർലി ഫൗണ്ട് ഇൻ പോളാർ റീജിയൻസ്. വെരി സ്മോൾ ആനിമൽസ് വിച്ച് ഓഫ് ഫോളോയിങ് കറക്റ്റ്? വെരി സ്മോൾ ആനിമൽസ് ഉണ്ടാവില്ല. വിച്ച് ഓഫ് ദി വെരി സ്മോൾ ആനിമൽസ് ആർ റെയർലി ഫൗണ്ട് ഇൻ പോളാർ റീജിയൻസ്? റീസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. വെരി സ്മോൾ ആനിമൽസിനെ അവരുടെ ബോഡി വോളിയത്തിന് വെച്ച് നോക്കുമ്പോൾ ബോഡി സർഫസ് ഏരിയ വളരെ കൂടുതലാണ്. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത്രയും സർഫസ് ഏരിയയിൽ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജി ഉപയോഗിക്കണം. ദാറ്റ് മച്ച് എനർജി ഈസ് നോട്ട് ക്രിയേറ്റഡ് ഇൻ ദിയർ ബോഡി. സോ വെരി സ്മോൾ ആനിമൽസ് റെയർ ആയിട്ട് പോളാർ റീജിയനിൽ കാണുള്ളൂ. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അടുത്തത് ആർക്കി ബാക്ടീരിയ ക്യാൻ ഫ്ലറിഷ് ഓൺ ഹോട്ട് സ്പ്രിങ്സ് ആൻഡ് ഡീപ് ടെമ്പറേച്ചർ അബവ് 100 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ളവർക്ക് ഇവരെ കാണുന്നുണ്ട്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻസർ ഈസ് ബോത്ത് 1 and 2. 12 both 1 and 2. 13 വേൾഡ് ലോജിസ്റ്റിക് ഗ്രോത്ത് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ. പോപ്പുലേഷൻ ഗ്രോത്ത് 2 തരത്തിലുണ്ട്. ആ പോപ്പുലേഷൻ ഗ്രോത്ത് 2 തരത്തിലുണ്ട്. ആരാ കണ്ണട ചസ്മയിലേക്ക് ഇട്ട്? ജിക്കു കുഞ്ഞിമോൻ. ജിക്കുമോൻ എന്ത് പറ്റിയടാ? ജിക്കു എന്ത് പറ്റി രമണ? പെട്ടെന്ന് കണ്ണട വെച്ച് പല്ലുള്ള സ്മൈലേക്ക് ഇട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 2 തരം ഗ്രോത്ത് ഉണ്ട്. ഏതൊക്കെ 2 തരം ഗ്രോത്ത്? എക്സ്പോണൻഷ്യൽ ഗ്രോത്തും ഉണ്ട്, ലോജിസ്റ്റിക് ഗ്രോത്തും ഉണ്ട് അല്ലേ? എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഫോർമുല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? dn/dt = rn പറഞ്ഞൂടെ? അതിന്റെ എക്സ്പോണൻഷ്യൽ ഫോർമുല വെച്ചാൽ ഞങ്ങൾ എന്താ പറയുക? dn/dt n0e⁻rt പറഞ്ഞൂടെ? ഇതല്ലേ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. എന്നാൽ ലോജിസ്റ്റിക് ഗ്രോത്തിന്റെ ഫോർമുല ഏതാ? dn/dt = rn × k - n/k അല്ലേ? dn/dt = rn × k - n/k. So answer is 1. 14 salt concentration salinity of sea measured in parts per thousand. പറയടാ, ചാടി കൊണ്ട് പറയടാ. സാൾട്ട് കോൺസെൻട്രേഷൻ parts per thousand എത്ര വരിക? എവിടെ? സലൈൻ വാട്ടറിൽ നമുക്ക് പറയാം. സാൾട്ട് കോൺസെൻട്രേഷൻ സീ വാട്ടറിലാണ് ചോദിച്ചേക്കുന്നത്. സോ ഒബ്വിയസ്ലി ആൻസർ ഈസ് 30 to 35. അല്ലടാ, കിട്ടുന്നില്ലടാ. അതൊക്കെ നിങ്ങൾ തൊട്ടും ശ്രദ്ധിക്കാത്ത കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു പോയിണ്ടാവും. NCERT വരാൻ സാധ്യതയുള്ളതും ശ്രദ്ധിക്കാത്തതുമായ കുറേ ന്യൂമറിക്കൽസ് വാല്യൂസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ 30 to 35 ആണ്. ഇൻലാൻഡ് വാട്ടർ ആണെങ്കിൽ അത് എന്തായിരുന്നു? ഇൻലാൻഡ് വാട്ടർ ആയിരുന്നെങ്കിൽ അത് 0 to 5 ആയിരുന്നു. ഇനി ഹൈപ്പർ സലൈൻ, ക്യാൻ യു ഗിവ് മീ ദ ടൈം ലൈൻ?
തരാം നോക്കിക്കോളൂ. ഹൈപ്പർ സലൈൻ വാട്ടറിലാണെന്നുണ്ടെങ്കിൽ അത് എത്ര വരും? 100% സലൈനിറ്റി ആണ് ഉണ്ടാവുക. സോ ഹിയർ ആൻസർ ഈസ് സീ വാട്ടറിൽ ചോദിച്ചുകൊണ്ട് 30 to 35. In an area there are 200 Parthenium plant but only a single huge banyan tree with a large canopy. The population density measured in terms of population density എന്നുള്ള പാരഗ്രാഫ് നോക്കുമ്പോൾ ആ പോപ്പുലേഷൻ ഡെൻസിറ്റിന്റെ ഡെഫിനേഷന്റെ താഴേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ പറയുന്നുണ്ട് സാധാരണ പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്പർ വെച്ചിട്ടാണ് നോക്കുക. പക്ഷേ ഇങ്ങനെ വലിയൊരു പ്ലാന്റും അതിന് താഴെ കുഞ്ഞു കുറെ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്പർ അല്ല നോക്കുക. എന്താ നമ്മൾ പറഞ്ഞത്? അവരുടെ ബയോമാസ് ഓർ പേഴ്സെന്റ് കവർ ആണ് നോക്കുക. ആ പാരഗ്രാഫിൽ ഈ സാധനം കണ്ടിട്ടുണ്ടോ? നോട്ട് ചെയ്തേക്കണം കേട്ടോ. ഈ ക്വസ്റ്റൻ നോട്ട് ചെയ്തേക്കണേ. ക്വസ്റ്റൻ നോട്ട് ചെയ്തേക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഈ സാധനം. അടുത്തത്, വാട്ട് പാരാമീറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ടൈഗർ സെൻസസ്? ടൈഗർ സെൻസസിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ടൈഗർ സെൻസസിന് വേഗം പറയടാ. ടൈഗർ സെൻസസിൽ ഉപയോഗിക്കുന്നത് എന്താണ്? പഗ്മാർക്സ് ആൻഡ് ഫീക്കൽ പെല്ലറ്റ്സ് അല്ലേ? പഗ്മാർക്സ് ആൻഡ് ഫീക്കൽ പെല്ലറ്റ്സ്. സോ അടുത്ത നോക്കിയാടാ 17. അക്കോർഡിംഗ് ടു അലൻസ് റൂൾ മാമൽ ഓഫ് കോൾഡർ ക്ലൈമറ്റിലുള്ള മാമൽസിന് എന്താണ് അലൻസ് റൂൾ വെച്ചിട്ട് പറയണം? അലൻ റൂൾ ഷോർട്ടർ ഇയേഴ്സ് ആൻഡ് ഷോർട്ടർ ലിംസ്. ഓർമ്മയുണ്ടോ അലൻസ് റൂൾ? ബ്ലബ്ബർ ഓർമ്മയില്ലേ? അക്വാറ്റിക് മാമലായുള്ള സീൽസിന്റെ ഒക്കെ സ്കിന്നിന് താഴെ ഉണ്ടാവുന്ന ഫാറ്റ് ഡെപ്പോസിഷനെ പറയുന്ന പേരാണ് ബ്ലബ്ബർ. അതൊരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ലേ? അലൻസ് റൂൾ നമ്മൾ പറഞ്ഞില്ലേ? അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞില്ലേ കങ്കാരു റാറ്റ് ഡസ് നോട്ട് ഡ്രിങ്ക് വാട്ടർ ഇൻ ഇറ്റ്സ് എൻറ്റയർ ലൈഫ്. നമ്മൾ പറയണ്ടേ ഇറ്റ് ഗെറ്റ് മെറ്റബോളിക് വാട്ടർ ബൈ ദ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്. ഇനി അത് വാട്ടർ യൂസേജ് കുറക്കാൻ വേണ്ടി ഇറ്റ്സ് യൂറിൻ ഈസ് കോൺസെൻട്രേറ്റഡ്. അത് നമ്മൾ പറയണ്ടേ. പിന്നെ പോളാർ റീജിയൻസിലുള്ള ഫിഷസിന്റെ ബ്ലഡിൽ ആന്റി ഫ്രീസിംഗ് പ്രോട്ടീൻ ഉണ്ടാ ഇല്ലേ? അത് പ്രിവെന്റ് ബ്ലഡ് ക്ലോട്ടിംഗ്. 17. 18 വായിച്ചാടാ. കെലാഡോ നാഷണൽ പാർക്ക് വേർ ദ മൈഗ്രേറ്ററി ബേർഡ്സ് കം ഫ്രം സൈബീരിയ ലൊക്കേറ്റഡ് ഇൻ. കെലാഡോ നാഷണൽ പാർക്ക് ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചത്? രാജസ്ഥാനിൽ എവിടെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എവിടെ പറയും? രാജസ്ഥാനിൽ പറയടാ. രാജസ്ഥാനിൽ അത് എവിടെയാടാ? ഭരത്പൂരിലല്ലേ? ഭരത്പൂരിൽ. ഇനി ഏത് സീസണിലാണ് സൈബീരിയിൽ നിന്ന് ബേർഡ്സ് വരിക? വിന്റർ സീസണിലാണോടാ വരിക? വിന്റർ സീസണിലാണത് വരിക. യെസ്, വെരി ഗുഡ്. അടുത്തത്, അമെൻസാലിസം ഈസ് അസോസിയേറ്റഡ് ബിറ്റ്വീൻ 2 സ്പീഷീസ് വേർ അമെൻസാലിസം 1 സ്പീഷീസ് ഈസ് ഹാർമഡ് ആൻഡ് ദ അതർ സ്പീഷീസ് ഇസ് അൺഎഫക്റ്റഡ്. ഒരു സ്പീഷീസ് എന്തായിരിക്കും? ഹാർമഡ് ആയിരിക്കും. അതർ സ്പീഷീസിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അതാണ് അമെൻസാലിസം. നമ്മൾ ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവികളെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവിക്ക് ഒരു പ്രശ്നമല്ല. പക്ഷേ ആ ജീവി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക് മറ്റൊരു ജീവിക്ക് അതിന്റെ ജീവൻ നഷ്ടപ്പെടും. അതാണ് അമെൻസാലിസം. അപ്പോൾ ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കള് ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു സ്പീഡിലാണ് ഞാൻ ചെയ്തത്. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം വിചാരിച്ചു. ഈ ചാപ്റ്ററിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം. ട്രാൻസ്പോർട്ടിൽ നിന്നാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ മക്കൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് പഠിക്കുക. ഒന്നും കൊണ്ടും പേടിക്കേണ്ട. നമ്മൾ പഠിച്ചത് നമ്മളടുത്തുണ്ട്. ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾക്ക് ആകെ വേണ്ടത് ഈ സമയത്ത് അവസാനം കോൺഫിഡൻസ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. സമയം കളയാതിരിക്കുക. ഇന്ന് രാത്രി കുറച്ച് നന്നായിട്ട് ഉറങ്ങുക. നാളെ ഫ്രഷ് ആയിട്ട് പോവുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എന്തോ ചോദിച്ചു ഞാൻ കണ്ടില്ല. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കുക. ഒന്നുകൊണ്ടും പഠിക്കേണ്ട. കോൺഫിഡൻസ് ആണ് മെയിൻ. നിങ്ങൾ പഠിച്ച സാധനങ്ങൾ എക്സാമിന് മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. കൃത്യമായിട്ട് പഠിക്കുക. സോ ഞാൻ നിർത്തുകയാണ്. വിഷ് യു ദ ബെസ്റ്റ്. അടുത്ത സന്ധിക്കും വരെ വണക്കം. താങ്ക് യു. Hi, hello, welcome. So now I'm going to start the topic biomolecules. Get ready everyone. Actually I know now it is at 2:11. So please, this is the lunch time. I know. പക്ഷേ താങ്കൾ എല്ലാവരും ഉറങ്ങാച്ചും. Can everybody take the lunch after my class please? Everybody get ready. So now I'm going to start with the topic biomolecules. I'm going to start the first question. So, started on. So get ready everyone, get ready. So first I'm going to start with every carbohydrate is. Okay. So every carbohydrate is, what are the functional group of carbohydrate? Carbohydrate containing either aldose or ketose. Now I'm going for option A. Aldose or ketose. So carbohydrates are functionally classified into 2. One is the aldose sugar followed by the ketoses sugar. Settle. Next one. Glucose is a aldohexo sugar. To confirm that one, when you are talking, 2 sugars are we need to speak. One is a glucose. Glucose is an example of the aldohexose. Parayamba engane manasilavu? Glucose parayamba, aldohexose parayamba. Glucose consists of what is the functional group? Aldehyde functional group.
hexose means 6 carbon atoms. That is why although hexose means a sugar is made up of 6 carbon atoms with aldehyde as a functional group located at the first carbon. One best example of aldohexose sugar is a glucose. If you want me to tell, for example, fructose, if you take, fructose belongs to ketohexose. Ketohexose, what is the definition of ketohexose? It is also hexose. It consists of 6 carbon atom with a keto functional group located at the second carbon. Don't get confused. Glucose is an example of aldohexomonosaccharide. Fructose is an example of ketohexomonosaccharide. That is why I am going for option A. That is aldohexose sugar. Okay. Next one. What is one more important to know about the glucose? Glucose is the most common blood sugar. What is the first point you need to know? Glucose is the aldohexose sugar. Second point is glucose is the most common blood sugar. Glucose level in our blood is maintained by the insulin and glucagon. So insulin and glucagon together, what it called as makes the blood glucose level as a constant. And glucose is the most favored substrate for the glycolysis. So what are the points we need to know about the glucose parayambo? What are the things we need to know is that glucose is an example of the aldohexose sugar. 1 point. Second one, glucose, that most common blood sugar is a glucose. Second one, blood glucose level remains a constant. That is because of the effect of both insulin and glucagon. And glucose is a favored substrate for the glycolysis. So this is about this glucose. Next point. Lactose is a disaccharide. What is a lactose consist of? Everybody coordinated along with me. Get ready. Lactose is a disaccharide. In the biology background, lactose consists of galactose with glucose. It is a disaccharide. If you want to tell exactly, lactose consists of beta-D-galactopyranose links with beta-D-glucopyranose by beta-1,2,4 glycosidic bond. Settle. Lactose endundu means krutyamayittu parayano. Lactose consists of beta-D-galactopyranose links with beta-D-glucopyranose linked by the beta-1,2,4 glycosidic bond. 1 point. Second point. What is the enzyme responsible for the breakdown of the lactose? That enzyme is called as a lactase. The enzyme causes the breakdown of lactose is called as a lactase. Lactase is also called as a beta-galactosidase. Ormundalle thangalke. Lactase is also called beta-galactosidase. This lactase is secreting in the what it called intestinal juice. That is a small intestine. Next. Lactase or beta-galactosidase parayambo. Namadiki anda ormikandadi. This beta-galactosidase is coded by the Z gene of lactoperon. And one more point, beta-galactosidase parayambo. Insertional inactivation. Insertional inactivation. So this is the last time. Eniki dariyilla. Idi engane padikanam ane questions chodyangal put one side. We know the NCERT. We understand the NCERT. We can apply the NCERT. That is a way of understanding. That is why lactose parayambo enga nammadu manasilakkanam. Lactose is a disaccharide. Is made up of the beta-D-galactopyranose. Links with the beta-D-glucopyranose linked by beta-1,2,4 glycosidic bond. Next one, the enzyme causes the breakdown of lactose is a lactase or beta-galactosidase produced by the intestinal juice. Next one is that beta-galactosidase is encoded by the Z gene of lactoperon. Next one, this beta-galactosidase used in the insertional inactivation. This is about the lactose. So I am going for the option C. Next one, a fat molecule. What is a fat parayambo? Endha nammade manasilakkanathu. Okay. A fat parayambo, what is a chemically fat? Triglyceride. Fat parayambo, we need to tell it is a triglyceride. Triglyceride parayambo endha? One glycerol molecule.
links with 3 fatty acids. Structure undu NCERT lo structure undu nokano. Triglyceride, fat or triglyceride parayam enda. The fat or triglyceride structurally consists of one glycerol molecule links with 3 fatty acid. What is the bond between the glycerol and fatty acid? That is a ester bond. Okay, the ester bond is present between the glycerol and fatty acid. Fat or triglyceride, where it is storing? Adipose tissue. This, how much energy it is giving? This is giving the 9 kilocalories per gram. Adipose tissue is an example of loose connective tissue. This is a way of studying. So, a fat molecule parayambo enda, a fat, chemically it is a triglyceride, consists of one glycerol molecule with 3 fatty acids, 3 fatty acids with 1 glycerol. The bond between the glycerol and fatty acid is a ester bond. It is especially storing in the adipose tissue. This adipose tissue belongs to the loose connective tissue. It gives the maximum sustainable energy, 9 kilocalories per gram. This is a way of reading. That is I am telling. This is a 1 glycerol with 3 fatty acid, option B. Next one, get ready everyone fast. A fat molecule consists of 3 fatty acids. Just now I said. A phospholipid molecule consists of how many fatty acids? Phospholipid parayambo. What is example? It will come into the brain. That is a lecithin. Lecithin is only one example of the phospholipid given in our NCERT. So what is the function of the phospholipid? Phospholipids are the major structural component of the plasma membrane. When you are telling about the phospholipid, this is a hydrophilic head, this is a hydrophobic tail, this is a one, this is a one, this one is a glycerol, this is a 2 fatty acid. That means in each phospholipid, 1 glycerol molecule, fatty acid kondu varanda. In fatty acid, 1 glycerol molecule links with 3 fatty acids. In phospholipid, 1 glycerol molecule links with 2 fatty acids. That is why these are the 2 fatty acids. These phospholipids are not strictly biomacromolecules, not strictly biomacromolecules. Where these phospholipids are present, acid insoluble fraction. This is a one. Fat, what it called? Phospholipid parayambo. Phospholipid parayambo. Some persons are giving the one. Here the 2 fatty acids. Kegano. Phospholipid parayambo. What is a given example? That is a lecithin. Next one is that what is the function of phospholipid? Phospholipids are the major structural components of the plasma membrane. It consists in that 1 glycerol molecule links with the 2 fatty acids. Right? It is not for lipids are not belongs to not strictly biomacromolecule present in the acid insoluble fraction. Settle up. This is about the 2 fatty acid. Triglyceride lo 1 glycerol molecule links with the 3 fatty acid. In case of phospholipid lo glycerol molecule links with the 2 fatty acid. But the bond remains the same. That is a ester bond. Next one. Cholesterol is a precursor. Nalla important question. Cholesterol derivatives. Cholesterol derivatives are calling as a steroids. Cholesterol is a precursor of, instead of saying that one, which are the following are steroids? Steroids are the cholesterol derivatives. So what are the examples of the cholesterol derivatives? Testosterone, estrogen, progesterone, aldosterone, cortisol, 5 hormones comes under this one. One more last class, just now I said morning. And also bile salt. And also bile salt. So we need to kill the NEET exam. That is a way of studying. So cholesterol and derivatives and the or steroid derivatives and the parayambo. So here I am giving the testosterone, estrogen, progesterone, aldosterone, cortisol. One more is a bile salt. These 6 are deriving from the cholesterol, that is a steroids. The next one. So the next one is that here I said the steroid derivatives now. One more important thing you need to mention. Which can you tell one example of non-steroid parayam? Immediately which one parayanam? Saheli. Here what I said is 6.
testosterone, estrogen, progesterone, aldosterone, cortisol and bile salt is 6 steroid cholesterol derivatives. One non-steroid, non-cholesterol derivative is a Saheli is a non-steroid derivative produced by the CDRI at Lucknow. This is information. So for this one, option is a D. Next one. The first amino acid involved in the protein synthesis. Everybody should know this one. The starting amino acid in the protein synthesis or the translation process. That is a methionine. Methionine parayam enda parayanathu. Methionine first importance and the methionine. Methionine is the first amino acid during the protein synthesis. Next one. What is the codon codes for methionine? That is a AUG. Okay, next, what is importance of methionine? Methionine belongs to one of the sulfur containing amino acid. Settle. When you tell methionine, what is the starting? When you tell methionine, what are the points we need to remember? Methionine is the first amino acid during the protein synthesis. Coded by the codon is a AUG. It is one of the sulfur containing amino acid. The next one. Sulfur containing amino acid. This question also important. Correlating the different chapter. Sulfur containing amino acid. Thangal rande ormikkanam. One is a cysteine, another one is a methionine. Rande sulfur containing amino acids randa. To remember, one is a cysteine, another one is a methionine. Here there are different options are there. Now I am going for option D. Cysteine undu. Now for present don't remember that one. Okay. So, sulfur containing amino acids too. One is a cysteine, another one is a methionine. Pattern in our brain lo 20 amino acids scary varano. Glycine, alanine, valine, leucine, isoleucine, serine, threonine, cysteine, methionine, aspartic acid, glutamic acid, aspargine, glutamine, lysine, arginine, histidine, phenylalanine, tyrosine, tryptophan and proline. Like the 20 amino acid should be there in our tip. Then you will get success. So within that one, sulfur containing amino acid ronde, cysteine and methionine. Next one, living organisms has amino acid. When you are telling here comparison in parayam. For example, if you take the sugars tangal edicambo, most common sugars are called as a D sugars. So don't think it is not small d. This is a capital D. It is not related to the levo-rotation. It related to the spatial arrangement of the molecule. That is why if you take the sugars tangal edicambo, most common sugars are the capital D sugars. If you take the amino acids tangal edicambo, most common amino acids, what are those? L-alpha amino acids. Most common sugars are the D sugar. Most common amino acids are L-alpha amino acid. What is the meaning of L? The amino group on alpha carbon atom is at the left side. Is called as a capital L. Alpha means what? In an amino acid in which both amino group and functional group attaches to the same carbon. That is called as a alpha amino acid. That is why the amino acid involved in the protein synthesis are L-alpha amino acid. Most common sugars are D sugars. That is why I am going for this one, L-alpha amino acid. Amino acids, L-amino acid. Sugars are the D sugars. Next one. The peptide linkage. Here important area this one. What is the bond present between the sugars in a polysaccharide parayambotangle? Glycosidic bond. What is the bond among the amino acids in the protein? That is a peptide bond. What is the bond among the nucleotides in nucleic acid? Phosphodiester bond. Phosphodiester bond. Marakanda. What is the bond between the glycerol and fatty acid? That is a ester bond. So there are 4 bonds are there. One is a glycosidic bond, the bond present among the sugars. In a polysaccharide you take, in a disaccharide you take. Peptide bond means the bond present between the amino acids. Phosphodiester bond, the bond present among the nucleotides in the nucleic acids. Ester bond, the bond present between the glycerol and fatty acid. So, these 4 bonds ke or common thing. These 4 bonds are examples of the dehydration. Means whatever among these 4 bonds, whatever the bond is formed, there is a release of
water. That is why glycosidic bond, peptide bond, phosphodiester bond, ester bond, these all bonds are examples of the dehydration. So peptide bond CONH. Next one. What is a chitin? Chitin is a homopolysaccharide. Chitin is a polymer of NAG. Important, NAG, N-acetyl glucosamine, is a N-acetyl, nitrogen containing a polysaccharide. Chitin. Chitin parayambo, it is a cell wall of fungi. First point. The next one, it is a form the exoskeleton of arthropods. So chitin, I am telling chitin bhayankar important. Chitin is a homopolymer of N-acetyl glucosamine. First point. It is a forming the cell wall of the fungi. Next one, it forms the exoskeleton of arthropod, especially insects. So the great successful of the insect, out of 10 animals, if you take 7 out of 10 animals, so 7 are belongs to insect. The great successful evolution of the insects due to the presence of highly resistant chitin, that is a polymer of N-acetyl glucosamine linked by beta 1,2,4 glycosidic bond. Settle. That is why I am going for option B. Next question. The most abundant protein in biomolecules. So here the most abundant protein in animals is a what it called as a collagen. In animals, most abundant protein in biosphere, that is a rubisco. Ribulose 1,5-bisphosphate carboxylase oxygenase. Rubisco parayambo, this is a rate determining enzyme, or it is a pacemaker of photosynthesis. This one is a present for what it called dark reaction. Where is the dark reaction? In the stroma of the chloroplast. That is why rubisco is the most abundant protein in biosphere. Collagen is the most abundant protein in the animal kingdom. So rubisco is the rate determining enzyme of the dark reactions of the photosynthesis and is the most abundant protein present in the stroma of the chloroplast. Almost. That is about the chloroplast. Next one. The proteins made up of the amino acid sequence. So what it called was determined the 2 times Nobel laureate, the rarest breed on the earth. Almost rarest breed. That is Namada Sanger sir, because the first protein sequencing device method developed by the F. Sanger sir. DNA or nucleic acid sequence also developed by the Sanger sir. That is why Sanger sir is one of the rarest breed on earth. So the first protein has been sequenced, that is insulin. That is why this point is important. So this is immunoglobulin. Antibodies are belongs to glycoproteins. I said this is in the antibodies, human health and disease. Next one. So these are the questions up to biomolecules. So almost within the 16 to 17 minutes we did the more than around 17 questions we did. So each question carried the 1 minute. This is the success. Whoever did the question within 1 minute, that person will get success in the time. So now next one I am going to start the next chapter. That is breathing and exchange of gases. Settle. Biomolecule settle. Next one is a breathing and exchange of gases. I am going to start. What is true about this one? Here understand the table is very important. I am telling. Which table? Partial pressure of. So recollect. Partial pressure of oxygen parayambanda. In atmosphere 159. In alveoli 104. Next one in the deoxygenated blood 40. In oxygenated blood 95. And tissues 40. If you take the partial pressure of carbon dioxide 0.3, 40, 45, 40, 45. Or Rakshilla. We should remember. Any kadarithilla. Ingana padikadam. Angana padikam. Tirno. Parivad tirno. So we know. We should know. That is the time of this point. That is why here. Partial pressure of deoxygenated blood is. This one is wrong. Partial pressure of the alveolar is 40. So 0.3, 40, 45, 40, 45. Our table number by heart cheyam pattu. Next one. Which is the current sequence of the air passages in the man? It starts with the external nose, followed by the nasal chamber, internal nose, followed by the pharynx,
Pharynx continues with the larynx. Larynx is a trachea. Trachea continues with the primary bronchi, secondary bronchi, tertiary bronchi, initial bronchioles and terminal bronchioles. Final thing is alveoli. So this is the mottom sequence. With this one we can understand nasal cavity, pharynx. Next one is the larynx. Option I am going for the B. Here what are the important points we need to remember? What are the points to remember here? From the nose up to the initial bronchioles supported by the C-shaped or incomplete rings. 1 point. From nose to terminal bronchiole, it comes under conducting part. Next one is alveolar and alveolar duct. It belongs to respiratory or exchange part. These points we should remember. From nose to initial bronchioles. That is supported by the C-shaped ring or incomplete ring. From nose to terminal bronchiole comes under conducting part. Next one, alveoli belongs to exchange part. So this one, what is the need to remember? So trachea is one more point is trachea is divides into primary bronchi at the 5th thoracic vertebra. Next one, which of the following having a smallest diameter? That is I am going for the respiratory bronchiole. Pedikanda. Respiratory bronchiole is nothing but terminal bronchiole. Initial bronchiole followed by the terminal bronchiole. Nothing but respiratory bronchiole. Moving. Next one, which structures responsible for the breathing process? Careful, right? No go. Which structure responsible for the breathing process means rund. Very important. The most important is a diaphragm. The next one is a intercostal muscles. So option D. So most important thing is the diaphragm followed by the intercostal muscles, especially external intercostal muscle during the normal breathing. Next one. Which of the following statement is correct? Now I am going to tell. When you are telling the inspiration, what you need to remember? Inspiration is due to the contraction of the diaphragm and external intercostal muscles. Thereby thoracic chamber size is increased. Thereby pressure is decreased. Thereby air enters into the body. That is why here what we said. So contraction involves, inspiration involves contraction of the diaphragm and external intercostal muscle. Muscle contraction absolutely requires a high amount of energy. That is why inspiration is an active process. When you are telling the exhalation, what you need to remember? Relaxation of the diaphragm and external intercostal muscles. Space is decreased. Thereby the pressure is increased. That is why air expelled from the body. That is why. So inspiration is an active process. Expiration is a passive process. Settle. Next one. During the expiration, diaphragm, during the inspiration, dome-shaped diaphragm become a flat. So in case of expiration, flat again become a normal shape or a dome shape. So during inspiration, dome-shaped, normal original stage is a dome. Dome become a flat. During the expiration, flat again become a dome. That is again re-attaining the dome shape. Next one. Rate of breathing in adult, that is 12 to 18 per minute. When the person on average, if you take the adult 12 to 18 per minute, if you take me, my breathing rate is very, very high now because I am continuously speaking without taking the inhalation. That is why now my breathing rate is higher than the resting objects. So on average, if you take the adult person, 12 to 18 per minute. Next one. Exchange of the gases takes place by the simple diffusion. Important point. Simple pakshe powerful. That is I am taking. So always exchange of the gases takes place by the simple diffusion or diffusion. Important question. Next one. Tidal volume. Tidal volume is equals to, get ready everyone. Tidal volume is equal to 500 ml. Next, inspiratory reserve volume is equal to 2500 to 3000 ml. Expiratory reserve volume is equals to 1000 to 1100 ml. Next one, residual volume is equal to 1100 to 1200 ml.
Next, like inspiratory capacity is equal to TV plus IRV. Expiratory capacity is equal to TV plus ERV. Next one is a lung vital capacity is equal to TV plus IRV plus ERV. Next one is a total lung capacity is equal to vital capacity plus RV. Tirno. No, nothing to discuss. So we should know. So that is the thing. TV, IRV, ERV, everything I wrote. Tidal volume is equal to 500 ml. We should know. Whatever the way you follow, we should know the values. Next one. Partial pressure of oxygen in the alveoli of the lungs. That is a 104. Already in a table. Next one. Oxygen is transported in the blood mainly that by great RBC. Great RBC means you need to study about the RBC. So oxygen is transported in the blood by the hemoglobin present within the RBC. I will tell the concept. Next one is that how many molecules of oxygen maximum associated with one molecule of hemoglobin. So hemoglobin hemoglobin in adult consider that is alpha 2 beta 2. That is a hemoglobin in adults, HbA. So hemoglobin 4 polypeptide chain, 2 alpha, 2 beta. Each polypeptide chain associated with one heme group. Each heme group associated with one ion. Each ion combines with one molecular oxygen. That is why one hemoglobin molecule parayambo 4 polypeptide chain, 4 heme groups, 4 ions combines with 4 molecular oxygen. That is why the lucky number of the hemoglobin is 4. That is I am going for option D. Next one. The total percentage of the oxygen transported by the hemoglobin, as we know, 97% of the oxygen transported by the hemoglobin, that is oxyhemoglobin. Remaining 3% of the oxygen present in the plasma. Okay, 97% of the oxygen transported by the hemoglobin, that is present within the RBC. Remaining 3% is transported by the plasma. Next one. So with this one I am going for the 97. Next person. In which forms carbon dioxide is carried in the blood, as we know, that is a sodium bicarbonate, CO2 plus H2O gives rise to H2CO3, carbonic acid, mediated by which enzyme? Such a great enzyme. That is a carbonic anhydrase. That is a zinc containing enzyme. Then it dissociates into H plus bicarbonate. That it combines with the sodium to form the sodium bicarbonate. That is I am telling 70%. 70% of the carbon dioxide transport in the form of sodium bicarbonate. That carbonic acid formation is mediated by the enzyme is a zinc containing enzyme is a carbonic anhydrase. That is mostly present within the RBC and also little bit present within the plasma. These are the points we need to remember. So next one. So with this one I am taking the sodium bicarbonate. Next one. Bicarbonates are generally generated within the RBC. Just I said why bicarbonates are generated in the RBC, because bicarbonate formation or carbonic acid formation is mediated by the enzyme carbonic anhydrase, most abundantly present within the RBC and also present in the plasma in the small amounts. That is why I am telling neutrophil, basophil, lymphocyte, you should know that one. Next one. Enzymes involved in the carbohydrate transport. One is a carbonic anhydrase. Any doubt? Carbonic anhydrase, Marakanda. So carbonic anhydrase important. Carbohydrase is a zinc containing enzyme. Carboxypeptidase, carbonic anhydrase, alcohol dehydrogenase. These three zinc containing enzymes for number syllabus lo 3 examples undu. One is the carbonic anhydrase, carboxypeptidase and alcohol dehydrogenase. These 3 enzymes containing the zinc as a metal ion. Next one. Hemoglobin is having the maximum affinity. So we will think that oxygen, but when compared with oxygen, so hemoglobin is a maximum affinity to the carbon monoxide.
So carbon monoxide is almost 200 times greater affinity towards the hemoglobin when compared with the oxygen. That is why when we take the smoke, what it called carboxyhemoglobin inhibits the transport of oxygen in our blood. Next one. Pneumotaxic center, that one which regulates the breathing rate, that is present in the pons area. Respiratory rhythm centers are present in the medulla. So next one is the pneumotaxic center present in the pons area. Next one. Dorsal respiratory group present in the dorsal portion of the medulla. That is a regulation of the breathing. So these are the points within the breathing and exchange of gases. Settle. I am moving to the next topic. The next topic is genetics, chromosomal theory of chromosomal basis of inheritance. Simply the Mendelian genetics. That is a classical genetics I am going to start. So everybody get ready now. So sure. Next I am going to start. Which of the following is a recessive character? Table important. Table important. So tallness is a dominant character. Dwarf is a recessive character. Next one, violet flower is a dominant. White is a recessive. Terminal is a recessive. Axial is a dominant. Terminal is a recessive. Next, round seed is a dominant. Wrinkled is a recessive. So, which one is a recessive character? That is a terminal. Terminal is a recessive. What is a dominant character? That is a axial position. Okay, next one. If heterozygous round seed pea plant, heterozygous capital R, small r, capital R or small r. If you take, you will get the answer. So what you will get? Capital R, capital R, capital R, small r, capital R. What it called? Next one, capital R, small r. Next one, like this. See this one. If you see this one, what you will? So if you can see capital R, capital R, capital R, small r. Capital R, small r, small r, small r. What you will get here? 75% round, correct. 50% heterozygous, correct. 25% wrinkle, 25% homozygous, 50% homozygous. Option D. Settle. So if you see this one, you can understand the question is very simple. Next one is there is a graphical representation to calculate the probability of all possible genotypes of the offspring in the genetic cross is represented by the Punnett square. Punnett square, Reginald C. Punnett. That is a British genetist, that he made the graphical representation to calculate the probability of all possible genotypes of the offspring in a genetic cross. Next one. Genes which codes for a pair of contrasting traits, or the contrasting traits are called as a alleles. Instead of alleles, Mendel called them as a factors. So alleles are the alternative form of a gene which gives a contrasting traits. Next one. Phenotypic and genotypic ratio is similar in case of when you are telling the incomplete dominance. Incomplete dominance parayambo, phenotypic ratio and genotypic ratio is the same. That is a 1:2:1. So phenotypic and genotypic ratio is the same in case of incomplete dominance. Incomplete dominance parayambo enda nammude manasilakkanade. That is what is example. Flower color in a Mirabilis jalapa or 4 o'clock plant. In that case, incomplete dominance low, phenotypic and genotypic ratio is the same. What is the ratio? 1:2:1. Dominance parayam enda nammude 3:3:1. Dihybrid cross enda 9:3:3:1. Incomplete dominance enda 1:2:1. So I am going for option B. Next one. Distance between the genes and percentage of recombination. Important point. This recombinant frequency, the probability of the formation of the recombinant, that recombination frequency is directly proportional to the distance between the genes. Important.
So recombination frequency means recombination frequency parayambo the probability of the formation of the recombinants. That recombination frequency is directly proportional to the distance. Here number syllabus lo rondundu. In case of complete linkage thangal edikambo the recombination frequency they showed 1.3%. If you take the incomplete linkage thangal edikambo approximately they gave 37% of the recombination frequency. This linkage, the concept of linkage discovered by the T.H. Morgan. So here chromosomal map, that based on the distance chromosomal map first given by Alfred Sturtevant in Drosophila. What are the points you need to remember? Recombination, linkage parayambo important area. What are the points you need to remember? Recombination frequency is directly proportional to the distance between the genes. Number syllabus lo complete linkage parayambo the recombination frequency is about 1.3% given. So incomplete linkage parayambo recombination frequency they given approximately 37%. The concept of linkage brought by the T.H. Morgan sir. First chromosomal map done by the Alfred Sturtevant in Drosophila. That is why I am going for option A, important area. Next one is the sex determination in grasshopper. If you take the XX, XY, example is a Drosophila and also man. Next one XX and X0, that is a number grasshopper. These two are belongs to male heterogamity. If you take the ZZZW, this is a number of fishes, reptiles and birds. In case of what it called haploid diploid mechanism, those are the honeybees. What are the things we need to remember? This is a female heterogamity. So this is the option. I am going for the option D. Good, very good. Be active. Tomorrow up to evening 5:15 vare. Time should be under our control. Whatever we say, time should listen. That is a way of planning. That is I am telling. Sex determination parayamba. What are the things to? XXXY. That is a Drosophila and man. XXX0 grasshopper. ZZZW fishes, reptiles and birds. Haploid diploid mechanism. Honeybees. Ants and wasps. These are the points to remember. The next one. In sickle cell anemia sickle cell anemia parayambo. In sickle cell anemia, what it called as a GAG gene codon is converted into GUG codon. That results glutamic acid is replaced by valine at the 6th position of beta polypeptide chain. This is a way of remembering. Sickle cell anemia parayambo. And one more time enditho para. Sickle cell anemia parayambo GAG gene is changed to the GUG gene as a result of the substitution mutation that makes glutamic acid is replaced by valine at the 6th position of beta polypeptide chain. That makes biconcave shape of RBC is converted into sickle shape. This is a 1. That is I am telling here GAG gene is converted into GUG. Glutamic acid replaced by the valine. Okay, settle it. The next one. Phenylketonuria. So phenylketonuria, this is a 1. That results, this is an example of autosomal recessive disorder. Phenylketonuria in which phenylalanine is converted into tyrosine. If I draw the structure, you will understand more. Phenylalanine converted into tyrosine by phenylalanine hydroxylase. Very important area. The enzyme that is mutated in the phenylketonuria is a phenylalanine hydroxylase, which converts amino acid, aromatic amino acid phenylalanine into tyrosine. So in phenylketonuria, there is absence of the enzyme is a phenylalanine hydroxylase. That is option C. So phenylketonuria is an example of autosomal recessive disorder and is also is an example of the pleiotropic effect. Next one. So dominance in the dominant factor which express in both homozygous condition and also heterozygous condition.
That is why I am going for this is a 2. In heterozygous condition, only one allele can express itself. That is the law of dominance by the great Mendel. So next one is a codominance in which both parents simultaneously express in the F1 generation. That is why this is I am going for the 3. In heterozygous organism, both alleles express themselves fully. Next one is a pleiotropy. Pleiotropy means one gene with multiple phenotypic effects. That is many genes covered as a single gene which influences the many characters. That is a 4. Next one is a polygenic inheritance. More than one gene which influences the single character. That is option 1. 2, 3, 4, 1. 2, 2, 3, 4, 1. That is option B. This one I will tell you. So this area somewhat confusing area I will tell you. A child of 0 group, a child of 0 blood group has a B group father. B group father. What is the genotype of the father? Absolutely. That father is not homozygous. So father should be IB and smaller. Heterozygous condition matrame undavanam. So when the child of the 0 blood group parayambo, father is a B blood group parayambo, father should be in the heterozygous condition. For heterozygous condition lo matrame undavanam IB and I. So an illegal child never become a 0 blood group. Next one, color blindness. Color blindness. What are the example here? I am going to conclude the things. Here color blindness. What it called? X-linked recessive. X-linked recessive you can call it as a sex-linked recessive. Sex-linked recessive parayambo. What are the examples you need to remember? One is a color blindness. Next one is a muscular dystrophy. Next one is a hemophilia. These 3 only. So X-linked recessive parayambo, what are the example? Color blindness, muscular dystrophy and hemophilia. These 3 are examples of X-linked or sex-linked recessive. Next one is autosomal recessive. Phenylketonuria, sickle cell anemia, cystic fibrosis. These 3. So next one is autosomal dominant edicambo, myotonic dystrophy. Don't confuse. Myotonic dystrophy is different from the muscular dystrophy. So autosomal recessive parayambo, phenylketonuria, sickle cell anemia, cystic fibrosis. These 3. Autosomal dominant parayambo, myotonic dystrophy. X-linked recessive parayambo, color blindness, muscular dystrophy and hemophilia. These 3 examples. So color blindness is an example of sex-linked recessive. Muscular dystrophy is an example of X-linked recessive. Next one. Which of the following is a sex-linked recessive disorder? Hemophilia. Remaining 3 options in the questions are belongs to autosomal recessive disorder. The next one. Occasionally one gene, a single gene may expresses more than one effect. This is a ever confused. That is called as a pleiotrophic effect. Pleiotrophic effect parayambo, one gene with multiple effects. That is multiple effects. That is a pleiotrophy. What are the example? One is a sickle cell anemia. Next one, phenylketonuria and cystic fibrosis. These 3 are examples of the pleiotrophism. Next one is a polygenic inheritance. Polygenic inheritance is a many genes associated with a one character. Polygenic, so you don't confuse out. Polygenic inheritance also called as a quantitative inheritance. Quantitative. Best example given is a human skin color and also height also. What are the things? Pleiotrophic parayambo, one gene. Pleiotrophic parayambo, one gene associated with a multiple phenotypic effect. What the example to remember? Sickle cell anemia, phenylketonuria and cystic fibrosis. Polygenic inheritance is also called as a quantitative inheritance. More than one gene associated with a one character. So this is the example given is a human skin color and height. So this is I am going for option B. Find the mismatch. Rediscovery of the Mendel, Hugo de Vries, Correns and Shermark. Important. Concept of the linkage by the great T.H. Morgan sir.
chromosomal theory of inheritance, not by Hanking. That is a Sutton and Boveri. Sutton and Boveri is a chromosomal theory of inheritance. Law of dominance by great Mendel. That is why Hanking associated with the X body. If 4R belongs to the NCERT only, every year one question in the genetics should relate it to the scientist. That is why nammade ellaru aa karyam shraddhikkanam. Next one. Oh, this is about the genetics. So this one. So I'm going to conclude here. I discussed the 3 topics. I hope everybody okay with that one. One is the biomolecules. Next one is the breathing and exchange of gases. Next one is the favorite genetics. So tomorrow evening, all the best to everyone. So I said already so many times I said. So tomorrow up to 5:20 time and all the dimensions of the universe is under our control. So after 5:20 after exam, again we will meet for the question paper discussion. I am going to sign off. All the best. Going to rock. Thank you. Hi students, good evening. Today we are going to discuss 2 chapters. In the first chapter we are going to discuss respiration in plants. Second chapter, cell cycle and cell division. Important ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ സെല്ലുലാർ റെസ്പിറേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. I have selected some important questions from the same. Shall we start? Are you ready? എല്ലാവരും റെഡി അല്ലേ? തുടങ്ങല്ലേ നമുക്ക്? First question. Complete the following biochemical equation of respiration and select the correct answer. സെല്ലുലാർ റെസ്പിറേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. C6H12O6 plus 6O2 gives 6CO2, 6H2O and 686 kilocalorie energy. റിലീസ് ചെയ്യുന്ന എനർജിയുടെ എക്സാക്ട് ഫിഗർ NCERT കൊടുത്തിട്ടില്ല. എനർജി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയുകയാണ് 6CO2, 6H2O and 686 kilocalorie energy, or it may be 2870 kilojoule. ഇത്തരം എനർജി റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും നിയർലി 45% ഓഫ് ദിസ് എനർജി ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ATP. That is equivalent to 36 or 38. Remaining energy will be liberated as heat. So in this question answer is 6CO2, 6H2O and energy. Next question. Which of the following step during glycolysis is associated with the utilization of ATP? ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ ഗ്ലൂക്കോസിനെ നമ്മൾ 2 തവണ എനർജൈസ് ചെയ്യണം. ഗ്ലൂക്കോസിൻ്റെ എനർജി ലെവലിൽ കുറവാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എനർജി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. ഗ്ലൂക്കോസ് ഈസ് എനർജൈസ്ഡ് ട്വൈസ് ബൈ ആഡിങ് 2 ATP മോളിക്യൂൾ. എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലൂക്കോസ് ഈസ് ട്രീറ്റഡ് വിത്ത് ഹെക്സോകൈനേസ് എൻസൈം. ഹെക്സോകൈനേസ് എൻസൈമുകളുടെ കോഎൻസൈമാണ് ATP. And this coenzyme will be transferred to, or phosphoric acid of coenzyme will be transferred to glucose, and glucose is converted into glucose 6-phosphate. But that energy level is not enough, so that after an isomerization reaction, fructose 6-phosphate is again energized into fructose 1,6-bisphosphate. അവിടെയും കൈനേസ് എൻസൈംസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ATP ആണ് അതിൻ്റെ കോഎൻസൈം. ഇപ്പോൾ 2 സ്ഥലങ്ങളിലായിട്ട് 2 തവണ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ്സിനെ എനർജൈസ് ചെയ്യുന്നു. അങ്ങനെ ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് 1,6-bisphosphate ആയിട്ട് നമ്മൾ ഉയർത്തുന്നു. ഫോളോഡ് ബൈ ദ ക്ലീവേജ് ആൻഡ് റെസ്റ്റ് ഓഫ് ദ റിയാക്ഷൻ. സോ വാട്ട് ഈസ് ആൻസർ ഹിയർ? ഗ്ലൂക്കോസ് 6-phosphate ആയി മാറുന്നു. ഫ്രക്ടോസ് 6-phosphate ഫ്രക്ടോസ് 1,6-bisphosphate ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. These are the 2 steps in which energy is invested. So answer is here A and B. Third question. What is true about end product of glycolysis? Glycolysis end product എന്താണ്? Towards the end of the process, 2 pyruvic acid ആണ്, 3 carbon compound ആയിട്ടുള്ള 2 pyruvic acid ആണ് end product ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. In addition to that, some energy rich molecules are also available. ഏതൊക്കെയാണ് ഈ energy rich molecule? 2 ATP as a net gain, as well as 2 NADH also as a net gain. So that total output of glycolysis
maybe 2 pyruvic acid, 2 NADH, and 2 molecules of ATP. So answer is 2 pyruvic acid, 2 ATP, and 2 NADH. Answer is A. Next question. During the process of aerobic respiration, dash get oxidized. നമുക്കറിയാം ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണ് ഓക്സിഡൈസ് ചെയ്യുന്നത്. When glucose is oxidized, electrons or hydrogen from glucose is released. And this oxidation is actually carried out by dehydrogenase enzyme. Dehydrogenase enzymes and coenzymes are NAD or FAD. They will accept these electrons and become NADH or FADH. And later, these may be subjected to reoxidation during electron transport system and forms ATP. But during the process of aerobic respiration, dash get oxidized. എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് ആണ് ഇവിടെ ഓക്സിഡൈസ് ചെയ്യുന്നത്. And its electrons get transferred to electron transport chain. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല, പകരം ഈ ഇലക്ട്രോണുകളെ താൽക്കാലികമായിട്ട് ഒരു കോയിൻസൈം ക്യാരി ചെയ്യും. ഡിഹൈഡ്രോജനേസ് എൻസൈംസിന്റെ കോയിൻസൈം ക്യാരി ചെയ്യും. അത് NAD ആകാം അല്ലെങ്കിൽ FAD ആകാം, ദാറ്റ് ഡിപ്പെൻസ്. പിന്നീട് ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള NADHും അതുപോലെ തന്നെ FADHും റിയോക്സിഡൈസ് ചെയ്യുന്നു. ആരുടെ പ്രസൻസിൽ? ഓക്സിജന്റെ പ്രസൻസിൽ വിത്തിൻ എ മൈറ്റോകോൺട്രിയ. ആൻഡ് ദർ ഈസ് റിലീസ് ഓഫ് എനർജി. And energy is conserved in the form of ATP. Then second part of the question, unlike cellular respiration where glucose is oxidized, here in photosynthesis dash get oxidized. On exposure to light, chlorophyll molecule get excited and eject out electrons so that they get oxidized. Photosynthesis electrons eject out ചെയ്യുന്നത് chlorophyll molecule നിന്നാണ്. So answer is here, in respiration glucose is oxidized and in photosynthesis chlorophyll A molecule gets oxidized. Answer is D. Fate of pyruvic acid during aerobic respiration. After completing glycolysis, 2 pyruvic acid molecules are formed. ഈ pyruvic acidന്റെ ഭാവി എന്താണ്? ഫേറ്റ് എന്താണ്? pyruvic acidന് 2 ഫേറ്റ് ആണുള്ളത്. പ്രസൻസ് ഓഫ് ഓക്സിജൻ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ നടക്കും, ആബ്സെൻസ് ഓഫ് ഓക്സിജന് ഇൻകംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ നടക്കും. ഇവിടെ ചോദിക്കുന്നത് എയറോബിക് റെസ്പിറേഷൻ, അതായത് പ്രസൻസ് ഓഫ് ഓക്സിജനിൽ എന്ത് സംഭവിക്കുന്നതാണ്? ഗ്ലൂക്കോസ് മോളിക്യൂൾ ആഫ്റ്റർ കൺവേർട്ടിംഗ് ഇൻ ടു പൈറുവിക് ആസിഡ് ഡ്യൂറിംഗ് ഗ്ലൈക്കോളിസിസ്, ദിസ് പൈറുവിക് ആസിഡ് ഈസ് സബ്ജക്റ്റഡ് ടു ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. പൈറുവിക് ആസിഡിന് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ സംഭവിക്കുന്നു. പൈറുവിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ്, നമുക്കറിയാം, CH3 Z ഡബിൾ ബോണ്ട് O COOH ആണ്. ആദ്യം അതിനെ ഡീകാർബോക്സിലേഷൻ -CO2 and there is a formation of CH3CHO, acetaldehyde is formed. This acetaldehyde now undergo condensation with a coenzyme A, and during this condensation process these 2 hydrogen will be released and it is coupled with a NAD and forms NADH2. The result is that acetyl coenzyme is produced. This is what we call a link reaction. ഈ പ്രോസസ്സിൽ ഇവിടെ ഒരു ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, ഇവിടെ ഒരു ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. അതായത് പൈറുവിക് ആസിഡ് വിത്തിൻ ദ മൈറ്റോകോൺട്രിയ ഈസ് സബ്ജക്റ്റഡ് ടു ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഇപ്പൊ ഏതായിരിക്കും മക്കളെ ആൻസർ? ആൻസർ ഈസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ ദാറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Krebs cycle starts with the formation of 6-carbon compound by reaction between. Krebs cycle ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് നിങ്ങൾക്കറിയാം സിട്രിക് ആസിഡ് ആണ്, ട്രൈകാർബോക്സിലിക് ആസിഡ് ആണ്. അതെങ്ങനെ ഫോം ചെയ്യുന്നത്? ബൈ ദ കണ്ടൻസേഷൻ ഓഫ് അസറ്റൈൽ കോഎൻസൈം, എ പ്രൊഡക്റ്റ് ഓഫ് ലിങ്ക് റിയാക്ഷൻ. ലിങ്ക് റിയാക്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള അസറ്റൈൽ കോഎൻസൈമയും Krebs സൈക്കിളിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള 4-carbon കോമ്പൗണ്ട് ഓക്സലോസിറ്റിക് ആസിഡും, ഇത് രണ്ടും തമ്മിൽ കണ്ടൻസ് ചെയ്തിട്ടാണ് 6-carbon കോമ്പൗണ്ട് ആയിട്ടുള്ള സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അതായത് സിട്രിക് ആസിഡിന്റെ ഫോർമേഷന് 2 പേരുടെ കണ്ടൻസേഷൻ ഉണ്ട്. 4-carbon കോമ്പൗണ്ട് ആയിട്ടുള്ള ഓക്സലോസിറ്റിക് ആസിഡും 2-carbon കോമ്പൗണ്ട് ആയിട്ടുള്ള അസറ്റൈൽ കോഎൻസൈം എയും. സോ ആൻസർ ഈസ് ഓക്സലോസിറ്റിക് ആസിഡ് അണ്ടർഗോ കണ്ടൻസേഷൻ വിത്ത് അസറ്റൈൽ കോഎൻസൈം എ. ആൻസർ ഈസ് ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ഓപ്ഷൻ that correctly fills the blanks in the following statement. Glucose has dash carbon atoms. A direct question ആണ്. Number of carbon atoms present in glucose 6. Pyruvic acid has got 3 and acetyl coenzyme, acyl group having 2 carbon. So 6, 3 and 2.
ഇപ്പോൾ എയുടെ റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? 6, 3 and 2 ആണ്. വാട്ട് അബൌട്ട് ബി? ഇലക്ട്രോൺസ് എൻറ്റർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആസ് എ പാർട്ട് ഓഫ് ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച് ടു. അതായത് ഗ്ലൂക്കോസ് മോളിക്യൂളുകളെയോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇന്റർമീഡിയറ്റ്സോ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ അത് ആരുമായിട്ടാണ് കപ്പിൾ ചെയ്യുന്നത്? ആരുമായിട്ടാണ് ടെമ്പററി അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് either NAD and forms NADH or FAD and forms FADH2. So second part is NADH or FADH. So answer is here B. Next question. 3 major events of cellular respiration and their site where they occurred. സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ്. ഗ്ലൈക്കോളിസിസ് നമുക്കറിയാം എവിടെ നടക്കുന്നത്? ഇറ്റ് ഇസ് ഇൻ സൈറ്റോപ്ലാസം. TCS സൈക്കിൾ മക്കളെ പറയൂ, എവിടെയാ TCS സൈക്കിൾ നടക്കുന്നത്? TCS cycle happens in tricarboxylic acid cycle ആണ്. It is in mitochondrial matrix. Then electron transport system in inner mitochondrial membrane. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ എൻസൈംസും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആൻസർ ഈസ് ഹിയർ A3, then followed by B2 and C1. A3, B2, C1 ഒരു ഓപ്ഷനേ ഉള്ളൂ. ആൻസർ ഈസ് C. ഓക്കെ, വെരി ഗുഡ്. Many students had given correct answer. Congrats. Next one, last electron acceptor during electron transport system. Electron transport systemത്തിന്റെ അവസാനം ആരാണ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. Various steps of cellular respiration in which glucose or their intermediates are oxidized. ഇങ്ങനെ ഓക്സിഡൈസ് ചെയ്യുന്ന ഈ ഇന്റർമീഡിയറ്റ്സോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂളോ തങ്ങളുടെ ഹൈഡ്രജനെ ഓക്സിഡൈസ് ചെയ്യാൻ സഹായിച്ച ഡിഹൈഡ്രോജനസ് എൻസൈംസിന്റെ കോഎൻസൈം ആയിട്ടുള്ള NAD കൈമാറുന്നു. അങ്ങനെ NAD ആ ഇലക്ട്രോണെ സ്വീകരിച്ച് NADH അല്ലെങ്കിൽ NADH2 ആയിട്ട് മാറി. പക്ഷേ ഈ NADH2 ഇലക്ട്രോ പോസിറ്റീവ് ആണ്. എത്രയും പെട്ടെന്ന് ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തുകൊണ്ട് സ്വയം പോസിറ്റീവ് ചാർജ് കൈവരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെയാണ് ഇലക്ട്രോ പോസിറ്റീവ് എന്ന് വിളിക്കാം. ഡ്യൂറിംഗ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ദിസ് NADH2 വിൽ ഡൊണേറ്റ് ഇറ്റ്സ് ഇലക്ട്രോൺ ഓർ ഹൈഡ്രജൻ. ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ ആണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ പ്രോസസ് വാട്ടർ മോളിക്യൂൾ ഈസ് പ്രൊഡ്യൂസ് ആസ് എ ടെർമിനൽ ഓക്സിഡേഷൻ പ്രോസസ്. സോ ഡോണർ ഈസ് NADH2 and the final acceptor is oxygen and metabolic water is formed. And this is what we call electron transport system as a summary. അതായത് ഈ പ്രോസസ്സിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ. ഇത് റിലീസ് ചെയ്യുന്ന എനർജി ഏകദേശം 53 കിലോ കാലർ എനർജിയാണ്. ഇതിൽ നിന്നും 3 ATPക്ക് ഈക്വലന്റ് ആയിട്ടുള്ള എനർജി കൺസർവ് ചെയ്യുന്നു. ബാക്കിയുള്ള എനർജി ഹീറ്റ് ആയിട്ട് റിലീസ് ചെയ്യും. അതായത് ഏകദേശം 24 കിലോ കാലർ എനർജി ATP ആയിട്ട് കൺസർവ് ചെയ്യുന്നു. 3 ATP ആയി ബാക്കിയുള്ള എനർജി ഹീറ്റ് എനർജി ആയിട്ട് റിലീസ് ചെയ്യുന്നു. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ആക്സെപ്റ്റർ ഈസ് ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ കെമിയോസ്മോട്ടിക് കപ്ലിംഗ് ഹൈപ്പോത്തസിസ് ഇൻ മൈറ്റോകോൺട്രിയ പ്രോട്ടോൺ അക്യുമുലേറ്റ്സ് ഇൻ. എവിടെയാണ് പ്രോട്ടോൺസ് അക്യുമുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം during electron transport system complex number 1, complex number 3 and complex number 4 they will act as a proton pump. A total of 10 H plus ions are pumped into outer compartment or perimitochondrial space, or it is also called intermembrane space, and thereby creating an electrochemical proton gradient. Later they will come back and forms ATP. ഈ പെരിമൈറ്റോകോൺട്രിയൽ സ്പേസിലേക്ക് പമ്പ് ചെയ്ത H plus ions ആണ് തിരിച്ച് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിലേക്ക് FiF1 പാർട്ടിക്കിളിൽ കൂടെ തിരിച്ചു വരുന്നത്. ബൈ ബ്രേക്കിംഗ് ഇലക്ട്രോകെമിക്കൽ പ്രോട്ടോൺ ഗ്രേഡിയന്റ് എനർജി റിലീസ് ഡ്യൂറിംഗ് ദിസ് പ്രോസസ് മേ ബി കപ്പിൾഡ് വിത്ത് ATP. ആ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ATPയുടെ സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഹിയർ ഇന്റർമെംബ്രെയിൻ സ്പേസ്. ഡ്യൂറിംഗ് കംപ്ലീറ്റ് മെറ്റാബോളിസം ഓഫ് ഗ്ലൂക്കോസ് ദ നമ്പർ ഓഫ് ATP ഫോംഡ്. എത്ര ATP ആണ് ഫോം ചെയ്യുന്നത്? നമുക്കൊരു ബാലൻസ് ഷീറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ പഠിക്കാനുണ്ട്. നിങ്ങൾ എല്ലാവരും പഠിച്ചു കാണും. NCERT പറയുന്നതാണ് ബാലൻസ് ഷീറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ. ആൻഡ് ഇൻ ദാറ്റ് ഗ്ലൈക്കോളിസിസ്, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, TCS സൈക്കിൾ, 3 മേജർ സ്റ്റെപ്പുകൾ. അതിലെ ഗ്ലൈക്കോളിസിസിലെ 2 NADH, അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിൽ 2 NADH ഫോം ചെയ്യുന്നു. TCS സൈക്കിളിൽ മൊത്തം 6 NADH ഫോം ചെയ്തു. FADH എത്ര ഫോം ചെയ്യുന്നുണ്ട്? TCS സൈക്കിളിൽ ആകെ 2 FADH ഫോം ചെയ്യുന്നു. GTP അത് 2 GTP ആണ് ക്രബ്സ് സൈക്കിളിൽ ഫോം ചെയ്യുന്നത്. ദെൻ ATP ഗ്ലൈക്കോളിസിസിൽ മൊത്തം 4 ഫോം ചെയ്യുന്നു. 2 നെറ്റ് ഗെയിൻ ഉള്ളൂ. സോ വെൻ യു വർക്ക് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ATP ജനറേറ്റഡ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഇറ്റ് ഈസ് ആക്ച്വലി 40. കാരണം 1 NADH ഈസ് ഈക്വലന്റ് ടു 3 ATP മോളിക്യൂൾ.
and 1 FADH is equivalent to 2 ATP molecule. അങ്ങനെയാണെങ്കിൽ മൊത്തം 40 ATP ആണ് ലഭിക്കുക. ഈ 40 ATPയിൽ 2 ATP എവിടെ കൺസ്യൂം ചെയ്യും? ഗ്ലൈക്കോളിസിന്റെ ആദ്യത്തെ സ്റ്റെപ്പുകളിൽ കൺസ്യൂം ചെയ്യും. അപ്പോൾ അത് 38 ആയിട്ട് കുറയും. പിന്നീട് 2 ATP കൂടെ കൺസ്യൂം ചെയ്യും. എവിടെയാണ്? സൈറ്റോപ്ലാസത്തിൽ ഫോം ചെയ്ത NADH2 ആസ് എ പാർട്ട് ഓഫ് ഗ്ലൈക്കോളിസിസ് ഹാസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഇൻസൈഡ് ദ മൈറ്റോകോൺട്രിയ. സൈറ്റോപ്ലാസത്തിൽ ഫോം ചെയ്യുന്ന NADH2നെ മൈറ്റോകോൺട്രിയന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് അവിടെ റീഓക്സിഡേഷൻ നടക്കുക. ഈ ട്രാൻസ്പോർട്ടിനെ 2 ATP കൺസ്യൂം ചെയ്യും. അങ്ങനെ നെറ്റ് ഗെയിൻ എത്രയായിട്ട് കുറയും? നെറ്റ് ഗെയിൻ നൗ ബിക്കം 36. So answer is here C. Select the wrong statement. When tripalmitin used as a substrate in respiration, RQ is 0.7. It's the correct statement. Intermediate compound which links glycolysis with the Krebs cycle is a malic acid. ശരിയല്ലല്ലോ അത്. കാരണം എന്താണ്? Intermediate compound that links glycolysis with the Krebs cycle. ഗ്ലൈക്കോളിസിനെയും Krebs cycle-നെയും കണക്ട് ചെയ്യുന്ന കണക്ടിംഗ് ലിങ്ക് എന്ന് പറഞ്ഞാൽ അത് അസിറ്റൈൽ കോഎൻസൈമാണ്, മാലിക് ആസിഡ് അല്ല. സോ ദ സ്റ്റേറ്റ്മെന്റ് വെന്റ് റോങ്. നമുക്ക് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. ആൻസർ ഈസ് ബി. Next question. Select the correct sequence of formation of given intermediates of Krebs cycle. It's a direct question. There is no need of explanation. Succinic acid, fumaric acid, malic acid and oxaloacetic acid. The correct order with which how events are happening. Substrate level phosphorylation occurs during which step of Krebs cycle? Krebs cycle ന്റെ ഏത് സ്റ്റെപ്പിലാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്? നമുക്കറിയാം ഒരേ ഒരു സ്റ്റെപ്പിൽ മാത്രമേ GTP ഫോർമേഷൻ Krebs സൈക്കിളിൽ നടക്കുന്നുള്ളൂ. സക്സിനിൽ കോഎൻസൈമെ സക്സിനിക് ആസിഡായി മാറുന്ന സമയത്ത്. സോ ആൻസർ ഈസ് സക്സിനിൽ കോഎൻസൈമെ ഈസ് കൺവേർട്ടഡ് ഇൻടു സക്സിനിക് ആസിഡ്. ആൻസർ ഈസ് എ. ഓക്കെ. FAD participate in Krebs cycle as an electron acceptor during the conversion of. എവിടെയാണ് FADH2 ആയിട്ട് മാറുന്നത്? Krebs സൈക്കിളിൽ ഒരേ ഒരു സ്റ്റെപ്പിൽ അത് നടക്കുന്നുള്ളൂ. നിങ്ങൾക്കറിയാം എവിടെ സംഭവിക്കുന്നത്? മക്കളെ പറയൂ, എവിടെയാണത്? ആൻസർ പറയാൻ പറ്റും നിങ്ങൾക്ക്? Succinic acid is converted into fumaric acid. Succinic acid oxidase ചെയ്ത് fumaric acid ആയി മാറുന്ന ആ സ്റ്റെപ്പ് സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് കാറ്റലൈസ് ചെയ്യുന്നത്. ആ എൻസൈമിന്റെ കോഎൻസൈം ആണ് FAD. സോ റിപ്പീറ്റ് വൺസ് അഗൈൻ. Succinic acid is converted into fumaric acid. Reaction catalyzed by succinate dehydrogenase enzyme. ഈ എൻസൈമിന്റെ കോഎൻസൈം ആണ് FAD. FAD will accept electrons or hydrogen from succinic acid and converted into FADH2. Okay, there's only one step. So succinic acid into fumaric acid. Answer is C. Agreed? Very good. Next, when two molecules of acetyl coenzyme enter into TCA cycle, net gain at the end of the cycle is. അതായത് TCA സൈക്കിളിന്റെ അവസാനം നമുക്ക് കിട്ടുന്ന മൊത്തം കമ്പോണൻസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ എന്താണ്? ഇൻ ടേംസ് ഓഫ് അസിമിലേറ്ററി പവേഴ്സ്, എനർജി റിച്ച് മോളിക്യൂൾ എന്ന അർത്ഥത്തിൽ എന്തൊക്കെ നമുക്ക് ലഭിക്കും? 6 NADH2 ഉണ്ട്, 2 FADH2 ലഭിക്കും, അതുപോലെ തന്നെ 2 GTPയും നമുക്ക് അവൈലബിൾ ആണ്. സോ ആൻസർ ഈസ് 6 NADH2. Then we have 2 FADH2 and 2 GTP in 2 turns. 2 ടേൺ നടക്കുമ്പോൾ. ആൻസർ ഈസ് C. Match the following ആണ്. Say question asked in entrance examination earlier. Please go through it. TCA cycle. TCA cycle നമുക്ക് ഏതുമായിട്ട് കണക്ട് ചെയ്യാം? ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ആണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് Krebs cycle. FOF1 പാർട്ടിക്കിൾ എവിടെയാതിരിക്കുന്നത്? FOF1 പാർട്ടിക്കിൾ. F stands for Fernandez Moran particle and O stands for oligomycin sensitivity. It is present in inner mitochondrial membrane. Then end product of glycolysis നമുക്കറിയാം പൈറുവിക് ആസിഡ് ആണ്. Then pyruvate dehydrogenase enzymes ആണ് oxidative decarboxylation എന്ന് പറഞ്ഞ പ്രോസസ് കാറ്റലൈസ് ചെയ്യുന്നത്. So it is A2, then followed by B1, A2, B1, then C4, and it is a D3. Answer is here A. Okay. So that's all about important concepts of cellular respiration. I would like to add one more point. It is amphibolic pathway. നമുക്കറിയാം സെല്ലുലാർ റെസ്പിറേഷൻ ഒരു കറ്റാബോളിക് പ്രോസസ് ആണ്. പക്ഷെ പല ഇന്റർമീഡിയറ്റ്സും സെല്ലുലാർ റെസ്പിറേഷന്റെ കൺസ്ട്രക്റ്റീവ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സോ പ്രൈമറിലി സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് എ കറ്റാബോളിക് പ്രോസസ്, ബട്ട് എഫക്റ്റീവ്ലി ഇറ്റ് ഈസ് ആംഫിബോളിക് ഇൻ നേച്ചർ. കാരണം പല ഇന്റർമീഡിയറ്റ്സും, ഫോർ എക്സാമ്പിൾ പൈറുവിക് ആസിഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് വൺ ഓഫ് ദി precursor for making alanine amino acid. Then oxaloacetic acid used as a precursor for making aspartic acid. അതുപോലെ തന്നെ alpha ketoglutaric acid is a precursor for making glutamic acid. അതുകൊണ്ട് തന്നെ സെല്ലുലാർ റെസ്പിറേഷൻ ഒരു കറ്റാബോളിക് പ്രോസസ് ആണെങ്കിലും
പല ഇന്റർമീഡിയറ്റ്സും കൺസ്ട്രക്റ്റീവ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു അനാബോളിക് പാത്വേയും അവിടെ കൂടെ നടക്കുന്നുണ്ട്. സോ കറ്റാബോളിസം ആൻഡ് അനാബോളിസം കം ടുഗദർ ആൻഡ് പാത്വേ ഈസ് ജനറലി കോൾഡ് ആംഫിബോളിക് ഇൻ നേച്ചർ. ഓക്കെ, നൗ ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് വിത്ത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ആർ യു റെഡി? മക്കളെ പറയൂ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. Okay, which one of the is the correct sequence of cell cycle? Direct question ആണ്. കറക്റ്റ് സീക്വൻസ് ഏതാണ്? നമുക്കറിയാം ഇന്റർഫേസും ഡിവിഷൻ ഫേസ് എന്ന് പറഞ്ഞ രണ്ട് ഫേസുകളാണ് നമുക്കുള്ളത്. അല്ല, ഇന്റർഫേസിലെ G1 S ആൻഡ് G2 ആണ്. ദെൻ ഡിവിഷൻ ഫേസിലെ M ഫേസും. സോ കറക്റ്റ് ഓർഡർ വിത്ത് വിച്ച് ഇവന്റ്സ് ഹാപ്പനിങ് G1 S G2 ആൻഡ് M. This phase of cell cycle is a period of intense synthesis and growth. It constitutes 95% of the duration. 24-hour duration ഉള്ള ഒരു മെമേലിയൻ സെല്ലിന്റെ ഡിവിഷൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം 22.6 മണിക്കൂറോളം കൺസ്യൂം ചെയ്യുന്നത് ഈ പ്രിപ്പറേഷന് വേണ്ടി മാത്രമാണ്. വളരെ കുറച്ച് സമയമാണ് ഡിവിഷൻ ഫേസിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് ഇന്റർഫേസിലെ പ്രധാനമായിട്ട് നടക്കുന്നത് ഗ്രോത്ത് ആണ്. G1 ഫേസിലെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു, RNA സിന്തസിസ് നടക്കുന്നു. S ഫേസിലാണെങ്കിൽ കംപ്ലീറ്റ് DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നു. ദെൻ G2 ഫേസിലെ RNAയുടെയും പ്രോട്ടീൻ്റെയും സിന്തസിസിന്റെ കണ്ടിന്യൂവേഷനും നടക്കുന്നു. സോ 95% of time is consumed for the completion of interface. So answer is here A. അടുത്ത ക്വസ്റ്റ്യൻ, in which stage DNA replication takes place? ഒരേ ഒരു സ്റ്റേജിൽ മാത്രമാണ് DNA replication നടക്കുന്നത്. അത് ഏത് സ്റ്റേജിലാണ്? S ഫേസിലാണ് DNA replication നടക്കുന്നത്. ടോട്ടൽ DNA content will be doubled during S phase in nucleus. അതേസമയം തന്നെ ന്യൂക്ലിയസിൽ S ഫേസിൽ DNA കണ്ടന്റ് ഡബിൾ ആകുമ്പോൾ സൈറ്റോപ്ലാസത്തിൽ സെൻട്രിയോളിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൊരു ഭാഗമാണ്. അതായത് DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് സെൻട്രിയോളിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സെൽ ഓർഗനൽ ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ഏതായിരിക്കും ആൻസർ? ഇറ്റ് ഈസ് സെൻട്രിയോൾ. സോ ആൻസർ ഈസ് ഹിയർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എസ് ഫേസ് ഓഫ് ഇന്റർഫേസ്. എസ് ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം DNA സിന്തസിസ് നടക്കുന്ന ഫേസ് ആണ്, DNA റിപ്ലിക്കേഷൻ നടക്കുന്ന ഫേസ് ആണ്, ടോട്ടൽ DNA കണ്ടന്റ് ഡബിൾ ആകുന്ന ഫേസ് ആണ്. ഇറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ G1 ആൻഡ് G2. ശരിയാണ്, G1 S G2 ഇതാണ് മൂന്ന് ഇന്റർഫേസ്. അപ്പോൾ S is found to be in between G1 and G2. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് വേണ്ടത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇൻകറക്റ്റ് ആണ്. DNA replicates in the nucleus in this phase. That's also correct. Centriole duplicates in cytoplasm as we discussed in the previous question. It is also correct. As the DNA double, number of chromosome also get doubled. Chromosome number ഒരിക്കലും ഡബിൾ ആവുന്നില്ല. ക്രൊമാറ്റിഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഓരോ ക്രോമസോംസിന് 2 ആംസ് ഫോം ചെയ്യുന്നുണ്ട്, ക്രൊമാറ്റിഡ് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്പർ റിമെയിൻ സെയിം. സോ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഹിയർ ഈസ് ഡി. മൈറ്റോട്ടിക് സ്പിൻഡിൽ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻ. മൈറ്റോട്ടിക് സ്പിൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് പ്രോട്ടീൻ കൊണ്ടാണ്? ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ട്യൂബുലിൻ പ്രോട്ടീൻ ആണ്. I would like to add one more point. ട്യൂബുലിൻ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് ഏത് ഫേസിലാണ്? G2 ഫേസിലാണ് ട്യൂബുലിൻ്റെ സിന്തസിസ് നടക്കുന്നത്. സോ ആൻസർ ഈസ് ഹിയർ എ. ഓക്കെ, ഡാഷ് is the best stage to count the number and study the morphology of chromosome. ക്രോമസോംസിന്റെ നമ്പറും ക്രോമസോം മോർഫോളജിയും പഠിക്കണമെങ്കിൽ ക്രോമസോംസ് മാക്സിമം അതിന്റെ കണ്ടൻസേഷൻ സ്റ്റേജിൽ ആയിരിക്കണം. ഏത് ഫേസിലാണ് പഠിക്കാൻ പറ്റുക നമുക്ക്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മെറ്റാഫേസ്. Metaphasic chromosomes are often used for studying chromosome morphology and also chromosome number, because maximum ആയിട്ട് chromosomes condense ചെയ്ത് under ordinary microscope നമുക്ക് കാണാൻ പറ്റുന്നത് മെറ്റാഫേസിലാണ്. സോ ആൻസർ ഈസ് ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് characterized by all the chromosome come to lie equator. ഇക്വേറ്ററിൽ എപ്പോഴാണ് ക്രോമസോംസ് അറേഞ്ച് ചെയ്യപ്പെടാം? ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഏതായിരിക്കും അത്? ഇറ്റ് ഈസ് ഇൻ മെറ്റാഫേസ്. ബട്ട് കണ്ടിന്യൂ ദ റെസ്റ്റ്. With one chromatid connected to its kinetochore to the spindle fibers. നമുക്കറിയാം എന്താണ് കൈനറ്റോകോർ എന്ന് പറഞ്ഞാൽ. സെൻട്രോമിയറിന്റെ മുകളിൽ കാണുന്നൊരു അറ്റാച്ച്മെന്റ് പ്ലേറ്റ് ആണ് കൈനറ്റോകോർ. ഇറ്റ് ഈസ് എ പ്ലേസ് വേർ സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച്ഡ്. One pole and sister chromatid connected to the kinetochore spindle fibers from opposite pole. അതായത് ഒരു ക്രോമോസോമിൽ സെൻട്രോമിയറിൽ 2 കൈനറ്റോകോർ കാണും. മുകളിൽ നിന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് മുകളിലെ കൈനറ്റോകോറിൽ നിന്ന് ബൈൻഡ് ചെയ്യും, താഴെ നിന്നുള്ളത് താഴെയും ഒന്ന് ബൈൻഡ് ചെയ്യും. And kinetochore is the attachment plate present on centromere of the chromosome. So answer is here ഏതായിരിക്കും? It is in metaphase. Which of the following statement is not correct regarding colchicine? Colchicine നമുക്കറിയാം, കൊൾച്ചിക്കം ഓട്ടമനയിൽ എന്ന് പറഞ്ഞ
ലിലിയേസെ മെമ്പറിൽ നിന്ന് കിട്ടുന്ന ഒരു പോയിസൺ ആണ്, മൈറ്റോട്ടിക് പോയിസൺ ആണ്, ഒരു ആൽക്കലോയിഡ് ആണ്. നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് നോട്ട് കറക്റ്റ് ആണ്, അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പലപ്പോഴും നമ്മൾ തെറ്റിക്കാനായിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പകരം റോങ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, ചോദിക്കും. നമ്മളെപ്പോഴും മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കുക കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം NCERT-ലും കൊടുക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ശരിക്ക് വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നോട്ട് കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണ് ചോദിക്കുന്നത്. നോട്ട് ലെസ് ദാൻ 20 ക്വസ്റ്റ്യൻസ് വിൽ ബി ഓഫ് ദിസ് ടൈപ്പ്. ബോട്ടണിയിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 20 ക്വസ്റ്റ്യൻസോളം ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെടുത്തി ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. ഇറ്റ് പ്രിവെന്റ് അസംബ്ലി ഓഫ് മൈക്രോട്യൂബ്യൂൾസ്, കറക്റ്റ് ആണ്. ഇറ്റ് ഇൻഹിബിറ്റ് ക്രോമോസോം റിപ്ലിക്കേഷൻ, തെറ്റ്. ക്രോമോസോം റിപ്ലിക്കേറ്റ് ചെയ്യും, അത് എസ്പേസിൽ നടക്കുന്നതാണ്. DNA റിപ്ലിക്കേഷൻ നടക്കുന്നത് എസ്പേസിലാണ്. അതിന് സ്പിൻഡിൽ ഫൈബറിന്റെ ഫോർമേഷനോ അല്ലെങ്കിൽ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇറ്റ് ഇസ് എൻ ആൽക്കലോയിഡ്, ഇറ്റ് ഇസ് എ മൈറ്റോട്ടിക് പോയിസൺ. അത് രണ്ടും ശരിയാണ്. പക്ഷേ ആൻസർ ഈസ് ബി, ബിക്കോസ് യു വാണ്ട് റോങ് കോമ്പിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിയോസിസ് കൺസിസ്റ്റ് ഓഫ്. മിയോസിസിൽ എന്തൊക്കെ നടക്കുന്നു? നമുക്കറിയാം മിയോസിസ് ഒരു ഡബിൾ ഡിവിഷനാണ്. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1-ൽ ക്രോമോസോം നമ്പർ റെഡ്യൂസ്ഡ് ഹാഫ് ആണ്. മിയോസിസ് 2-ലാണെങ്കിലോ റിഡക്ഷൻ ഇൻ DNA കണ്ടന്റ് ആണ് സംഭവിക്കുന്നത്. സോ 2 സെൽ ഡിവിഷൻ, അതാണ് മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2, ഇൻ വിച്ച് ക്രോമോസോം നമ്പർ ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്. ശരിയാണ്. മിയോസിസ് 1-ലെ ക്രോമോസോം നമ്പർ റെഡ്യൂസ്ഡ് ഹാഫ് ആണ്. എന്നാൽ മിയോസിസ് 2-ലോ DNA കണ്ടന്റ് റെഡ്യൂസ് ചെയ്ത് അതിന്റെ പകുതിയിലേക്ക് മാറുന്നു. സോ ആൻസർ ഈസ് ഹിയർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈഗോട്ടിൻ ഓഫ് പ്രോഫേസ് 1 ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. നമുക്കറിയാം ഹോമോലോഗസ് ക്രോമോസോംസിന്റെ പെയറിംഗ് നടക്കുന്ന സ്ഥലമാണ് സൈഗോട്ടിൻ. Synaptimal complex is lying between the two chromosomes to keep them in close proximity. രണ്ട് ക്രോമോസോമുകളെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ കീപ്പ് ചെയ്യാനായിട്ട് ഈ സിനാപ്റ്റിനമൽ കോംപ്ലക്സ് എസെൻഷ്യൽ ആണ്, അത്യാവശ്യമാണ്. ആരൊക്കെയാണ് സിനാപ്റ്റിനമൽ കോംപ്ലക്സിൽ കാണുന്നത്? There are 3 major components. There is a central element, there are 2 lateral elements, and there are ever so many transverse elements. These interwoven elements may be helpful for keeping the two chromosomes in close proximity and lay side by side, and they may undergo pairing. അതായത് it is a synaptimal complex ആണ്. The formation of synaptimal complex in B. Next question. Crossing over in diploid organism is responsible for. Crossing over നടക്കുന്ന എപ്പോഴാണ്? പാക്കറ്റിൻ ഫേസിലാണ്. അത് എന്തിനെ കാരണമാക്കുന്നത്? It is responsible for recombination of allele. Crossing over takes place. Linked gene, between linked gene there will be exchange of genetic material. റീകോമ്പിനേഷൻ നോഡുകളിൽ കൂടിയാണ് എക്സിൻ നടക്കുന്നത്. റീകോമ്പിനേസ് എന്ന് പറഞ്ഞ എൻസൈംസ് ആണ് ബ്രേക്കിംഗ് ആൻഡ് റീജോയിനിങ്ങിൽ പങ്കെടുക്കുന്നത്. സോ ആൻസർ ഈസ് ഡി. ഡിസ്ജങ്ഷൻ റെഫേഴ്സ് ടു ഹോമോലോഗസ് ക്രോമോസോംസിന്റെ സെപ്പറേഷൻ, സെഗ്രിഗേഷനെയാണ് നമ്മൾ ഡിസ്ജങ്ഷൻ എന്ന് വിളിക്കുക. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമോസോം ഇൻ അനാഫേസ് 1. നമ്പർ ഓഫ് ക്രോമോസോം ഈസ് റെഡ്യൂസ് ടു ഹാഫ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. മിയോസിസിൽ 2 ഡിവിഷൻ ഉണ്ട്. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1-ൽ നടക്കുന്നത് റിഡക്ഷൻ ഇൻ ക്രോമോസോം നമ്പർ ആണ്. മിയോസിസ് 2-ൽ റിഡക്ഷൻ ഇൻ DNA കണ്ടന്റ് സംഭവിക്കുന്നു. സോ ആൻസർ ഇവിടെ എന്താണ്? നമ്പർ ഓഫ് ക്രോമോസോം ഈസ് റെഡ്യൂസ്ഡ് ഹാഫ് ഡ്യൂറിംഗ് ഇറ്റ് ഈസ് ഇൻ മിയോസിസ് 1. ആൻസർ ഈസ് സി. ഓക്കെ. നെക്സ്റ്റ്. ഇതൊരു മൾട്ടിപ്പിൾ കൺസെപ്റ്റുവൽ ക്വസ്റ്റൻ ആണ്. അതായത് നിങ്ങൾക്ക് 4 ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നിരിക്കുകയാണ്. സെൽ സൈക്കിളിന്റെ 4 ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം തന്നെ ഷഫിൾഡ് ആയിട്ട് ഓർഡറിലാണ് കൊടുത്തിട്ടില്ലേ. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് തരുമ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൈറ്റീരിയ ദാറ്റ് യു ഹാവ് ടു ഫോളോ. ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ഏത് സെൽ സൈക്കിൾ സ്റ്റേജിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് എഴുതാം. അതിനുശേഷം നമുക്ക് അതിന്റെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് മാറ്റാം. കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് ക്രൊമാറ്റിഡ്. ക്രൊമാറ്റിഡൽ സെപ്പറേഷൻ മിയോസിസിൽ നടക്കുന്നത് എപ്പോഴാണ്? ഇറ്റ് ഈസ് ഇൻ അനാഫേസ് 2-ലാണ്. അനാഫേസ് 1-ലെ ഹോമോലോഗസ് ക്രോമോസോംസിന്റെ സെപ്പറേഷൻ ആണ്. രണ്ടാമത്തേതാണ് പെയറിംഗ് ഓഫ് homologous chromosome. It is in zygote. What about third? Lining up paired chromosomes at equator. Metaphase ആണ് chromosomes equator arrange ചെയ്യുന്നത്. Then crossing over between the chromatids. It is non-sister chromatids of homologous chromosome may exchange their genetic material. It is in packeting. So നമുക്ക് 4 സ്റ്റേജ് കിട്ടി. Now the correct order with which events are happening. The first will be zygote, then packeting, then metaphase and anaphase 2. The correct order. Cell cycle കോൺസെപ്റ്റ് മുഴുവൻ അറിയാമെങ്കിൽ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മൾട്ടിപ്പിൾ കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് കോൺസെപ്റ്റുകളെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവന്നൊരു കോൺസെപ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റാങ്ക് വളരെയധികം ഒരു ഉയർന്ന ലെവലിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. സോ ട്രൈ ടു ഹണ്ട് ഫോർ ദീസ് ടൈപ്പ് ഓഫ് എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻസ്. അറ്റ് വിച്ച് phase of meiosis there are 2 cells each with a separated sister chromatids
that have been moved opposite spindle poles. Direct question ആണ്. Opposite pole ലേക്ക് മൂവ് എപ്പോഴേക്കാണ്? It is in anaphase 2. After the longitudinal splitting of the chromosomes, chromatids may get separated and move to opposite pole during anaphase 2. Anaphase 2 ലാണ് chromatidകൾ opposite pole ലേക്ക് മൂവ് ചെയ്യുന്നത്. An anther has 1200 pollen grains. How many pollen mother cells must have been there to produce them? അതായത് എത്ര പൊളൻ മദർ സെല്ലിൽ മിയോസിസ് കഴിഞ്ഞാലാണ് 1200 പൊളൻ ഗ്രെയിൻസ് നമുക്ക് ലഭിക്കുക? നമുക്കറിയാം ഒരു മിയോസിസ് 4 പൊളൻ ഗ്രെയിൻസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് സ്പോർ മദർ സെല്ലിൽ ഒരു മിയോസിസ് കഴിഞ്ഞാൽ 4 പൊളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം 1200 പൊളൻ ഗ്രെയിൻസ് വേണമെങ്കിൽ 300 സ്പോർ മദർ സെല്ലുകളിൽ മിയോസിസ് കഴിയണം. സോ ആൻസർ ഈസ് ഹിയർ ബി. Now, some ask the following type question. It's already asked in examination earlier. This is also the question which is time consuming because many concepts are brought together. Chromosome move to equator. Chromosome equator like move ചെയ്യുന്നു. ഏത് ഫേസിലായിരിക്കും അത്? It is in metaphase. Metaphase ആണ് chromosomes are arranged at a spindle equator എന്ന് പറയുന്നത്. രണ്ടാമത്തെ centromere split and chromatid move apart. എവിടെയാണ് മൂവ് ചെയ്യുന്നത്? Centromere split and chromatid move apart in anaphase. Pairing of homologous chromosome. Pairing of homologous chromosome നടക്കുന്നത് സൈഗോട്ടിൻ ഫേസിലാണ്. സിനാപ്റ്റിനൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. The last one, crossing over takes place in packetine. So the correct answer is here C. Splitting of centromere and hence separation of chromatid occurs during. നമുക്കറിയാം മൈറ്റോസിസ് ആണെങ്കിലും മിയോസിസ് ആണെങ്കിലും സെൻട്രോമിയറിന്റെ സ്പ്ലിറ്റിംഗ് ഒരു ഇനോവേറ്റബിൾ പ്രോസസ് ആണ്. മൈറ്റോസിസിൽ എവിടെയാണ് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നത്? മൈറ്റോസിസിലെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നത് പറയൂ എനിബഡി? ഇറ്റ് ഈസ് ഇൻ അനാഫേസ് ഓഫ് മൈറ്റോസിസ്. എന്നാൽ മിയോസിസിലോ അനാഫേസ് 1-ലല്ല, അനാഫേസ് 2-ലാണ് സംഭവിക്കുന്നത്. കാരണം അനാഫേസ് 1-ലെ ഹോമോലോഗസ് ക്രോമോസോംസിന്റെ സെപ്പറേഷൻ ആണ്. അനാഫേസ് 2-ലെ സെൻട്രോമിയർ സ്പ്ലിറ്റിംഗ് ആൻഡ് ക്രോമാറ്റിഡ് മേ ഗെറ്റ് സെപ്പറേറ്റഡ്. ഇപ്പൊ 2 ആൻസറുകൾ വരും. ബോത്ത് എ ആൻഡ് സി ഇസ് എ കറക്റ്റ് ആൻസർ. So with that we conclude our questions from these 2 chapters. Have a nice day. Good luck for all. Thank you. Bye. Hi students. So let us discuss about morphology of flowering plants. അതിലുള്ള questions നമുക്ക് detail ആയിട്ട് discuss ചെയ്യാം. Clear? Let us go for the first question. Now you can see the match the following which are present. അല്ലേ? ഇതില് ഫാമിലീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫാബേസിയെ, സൊളനേസിയെ, ലില്ലിയേസിയെ 3 ഫാമിലീസ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ബ്രാസിക്കേസിയുടെ ഫോർമുല നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 4 വെച്ചിട്ട് എന്തായാലും നമ്മൾ പഠിക്കണം ഫോർമുലാസ് അലോങ് വിത്ത് ദ ഫാമിലീസ്. ഓക്കെ, സോ ലെറ്റ് us go for the column 1. Column 1 you can see that എന്താ തന്നിരിക്കുന്നത് നോക്കിയാൽ മക്കളെ. column 1-ല് സൈഗോമോർഫിക്കിന്റെ സിമ്പിൾ തന്നിട്ടുണ്ട്. ബൈസെക്ഷുവൽ K5 യുണൈറ്റഡ് C 1 + 2 + 2 2 within bracket ആണ്. then andrecium 9 united + 1 gynecium 1 hypogynous. ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾ ഏത് ഫാമിലിയിലാണ് പഠിച്ചത്? ദാറ്റ് ഇസ് കോൾഡ് ഫാബേസി. ഏതാ ഫാമിലി? ഫാബേസി എന്ന് പറഞ്ഞ ഫാമിലി. ഇഫ് യു ടേക്ക് NCERT പേജ് നമ്പർ 79 എടുക്കുക. 79-ല് ഫാബേസിയുടെ ഫോർമുല തന്നിട്ടുണ്ട്. പേജ് നമ്പർ 80-ല് സൊളനേസിയുടെ ഫോർമുല തന്നിട്ടുണ്ട്. 81-ല് ലില്ലിയേസിയുടെ ഫോർമുലയും തന്നിട്ടുണ്ട്. 78 എടുക്കുക. ദാറ്റ് മീൻസ് ഈ ഫാമിലിയുടെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ തരുന്ന ഫസ്റ്റ് പേജ് ഉണ്ട് 78. അതിൽ ബ്രാസിക്കേസിന്റെ ഫ്ലോറൽ ഫോർമുല ആസ് വെൽ ആസ് ഫ്ലോറൽ ഡയഗ്രാമും തന്നിട്ടുണ്ട്. നിർബന്ധമായിട്ടും ഈ 4 പേജിലുള്ള ഫോർമുല പഠിക്കണം കേട്ടോ മക്കളെ. സോ ലെറ്റ് us match with this. അപ്പോൾ ഈ ഫോർമുല ഏതിനാ മാച്ച് ചെയ്യുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ഫാബേസി. ഓക്കെ, സോ മൂവിങ് ടു ദ സെക്കൻഡ് ഫോർമുല ആസ് ഐ സെഡ് സൊളനേസി. പേജ് നമ്പർ 80 എടുക്കുക. ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഏതാ? actinomorphic bisexual K5 united C5 united A5. then നോക്കി andrecium കൊറോള ആയിട്ട് കണക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ. സോ ഈ കണ്ടീഷൻ നമ്മൾ എന്താ വിളിക്കുക? എപ്പിപെറ്റാലസ് എന്നാ പറയാ. ദാറ്റ് മീൻസ് വെൻ ദ സ്റ്റേമൻ ആർ അറ്റാച്ച്ഡ് ടു ദ പെറ്റൽ ദ കണ്ടീഷൻ ഇസ് സെയ്ഡ് ടു ബി എപ്പിപെറ്റാലസ്. അപ്പോൾ എപ്പിപെറ്റാലസ് കണ്ടീഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം ഏതാ ഫാമിലി? സൊളനേസി ആണ്. അപ്പോൾ നെക്സ്റ്റ് വൺ എ മാച്ചസ് വിത്ത് ഫാബേസി, സെക്കൻഡ് മാച്ചസ് വിത്ത് സൊളനേസി. തേർഡ് ഫോർമുല നോക്കി. actinomorphic bisexual പെരിയാൻ തന്നിട്ടുണ്ട്. പി റെപ്രസെന്റ് പെരിയാന്ത് ആണ്. വെൻ കാലിക്സ് ആൻഡ് കൊർല അൺഡിഫറൻഷിയേറ്റഡ് ഇറ്റ് ഇസ് കോൾഡ് പെരിയാൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏത് ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാ? ലില്ലിയേസെ ഫാമിലിയിലാണ്. സോ പേജ് നമ്പർ 81 എടുക്കുക. യു ക്യാൻ സീ ദ ഫോർമുല ഓഫ് ലില്ലിയേസെ ആസ് സച്ച്. അതേപോലെ തന്നിട്ടുണ്ട്. പി 3+3 യുണൈറ്റഡ്, ആൻഡ്രീഷ്യം 3+3, ഗൈനീഷ്യം ട്രൈകാർപ്പലറി ആണ്, സിൻകാർപ്പസ് ആണ്, ഹൈപ്പോഗൈനസ് ആണ്. സോ ഇത് ഏതാ ഫാമിലി? ലില്ലിയേസെ. ആൻഡ് പേജ് നമ്പർ 78 എടുത്താൽ നിങ്ങൾക്ക് ഈ ഫോർമുല കാണാം. 78-ല് ബ്രാസിക്കേസയുടെ ഫോർമുല തന്നിട്ടുണ്ട്.
നോക്കിയേ മക്കളെ, ആക്നോമോർഫിക്, ബൈസെക്ഷുവൽ, K2+2, കൊറോള 4 ആണ്, ആൻഡ്രീഷ്യം 2+4 ആണ് കേട്ടോ, 2+4 ആണ് വേണ്ട കേട്ടോ, ഗൈനീഷ്യം 2. സോ ആൻസർ ഇസ് ബ്രാസിക്കേസിയ. അപ്പൊ ആൻസർ പറഞ്ഞ മക്കളെ ഏതാ വരിക? A matches with 3, B matches with 4, C matches with 2 as well as D matches with 1. ഓപ്ഷൻ ഏതാ ആൻസർ? ഫസ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നത്. ക്ലിയർ ആയോ? ആൻസർ കിട്ടിയില്ലേ? ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. സോ മൂവിംഗ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Diadelphous stamen are found in. നന്നായിട്ട് പഠിക്കേണ്ട വേറൊരു കോൺസെപ്റ്റ് ആണ് ഡയാഡെൽഫസ് സ്റ്റേമെന്റ്. വെൻ ഓൾ ദ ഫിലമെന്റ്സ് യുണൈറ്റ് ടു ഫോം 2 ബണ്ടിൽ, എല്ലാ ഫിലമെന്റ്സും കൂടി ചേർന്ന് 2 ബണ്ടിലായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ഡയാഡെൽഫസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് സീൻ ഇൻ ഫാബേസിയെ, ദാറ്റ് ഇസ് പീ പ്ലാന്റ് ആണ് എക്സാമ്പിൾ ഡയാഡെൽഫസ്. ശരിയല്ലേ? അതേപോലെ തന്നെ പ്ലാസന്റേഷൻ തുടങ്ങുന്നതിന്റെ മുന്നേ ആണ് ഇതുള്ളത്. പേജ് നമ്പർ 75 എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇത് തന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ എന്താ മോണോഡെൽഫസ് കണ്ടീഷൻ എക്സാമ്പിൾ പഠിക്കണം. വെൻ ഓൾ ദ ഫിലമെന്റ്സ് യുണൈറ്റ് ടു ഫോം 1 ബണ്ടിൽ ഇറ്റ് ഇസ് കോൾഡ് മോണോഡെൽഫസ്. അതിന് എക്സാമ്പിൾ ആണ് ചൈന റോസ് എന്ന് പറയുന്നത്. അതേപോലെ എല്ലാ ഫിലമെന്റ്സും കൂടി ചേർന്ന് 2 ബണ്ടിൽ ആവുകയാണെങ്കിൽ അത് ഡയാഡെൽഫസ് ആണ്. അതിന് എക്സാമ്പിൾ പീ പ്ലാന്റ് ആണ്. So when all the filaments fused form more than 2 bundle, ആ കണ്ടീഷൻ ഏതാ? പോളിഅഡൽഫസ് ആണ്. ദാറ്റ് ഇസ് സീൻ ഇൻ സിട്രസ്. അപ്പോൾ 3 കാര്യങ്ങളും പഠിക്കണം. ചൈന റോസിന്റെ കേസിൽ മോണോഡെൽഫസ് ആണ്, സിട്രസിന്റെ കേസിൽ പോളിഅഡൽഫസ് ആണ്, പിയുടെ കേസിൽ ഡയാഡെൽഫസ് ആണ്. അപ്പോൾ ആൻസർ ഏതാ മക്കളെ? എക്സാക്ട്ലി വെരി ഗുഡ്. ആൻസർ ഇസ് ദ തേർഡ് ഓപ്ഷൻ. സോ മൂവിംഗ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ഫില്ലോടാക്സി ഇൻ മസ്റ്റേർഡ്, അൽസ്റ്റോണിയ ആൻഡ് കലോട്രോപ്പിസ്. അതിനർത്ഥം ഫില്ലോടാക്സി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. അറേഞ്ച്മെന്റ് ഓഫ് ലീഫ് ഐദർ ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ചസ് കോൾഡ് ഫില്ലോടാക്സി. യെസ് ഓർ നോ? അപ്പൊ ഇതിൽ 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സിയിൽ. ടെക്സ്റ്റില് സൺഫ്ലവർ, മസ്റ്റേർഡ് അല്ലെ, അതേപോലെ തന്നെ ചൈന റോസ്. ഇത് 3 ഏതിന് എക്സാമ്പിൾ ആണ്? ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. എന്താ ഓൾട്ടർനേറ്റ്? ഒരു നോഡിൽ ഒരു ലീഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ പ്രീവിയസ് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അല്ലെ. ഒരു നോഡിൽ ഒരു ലീഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ആർക്കൊക്കെയാണ്? ചൈന റോസ്, മസ്റ്റേർഡ് ആസ് വെൽ ആസ് സൺഫ്ലവർ. രണ്ടാമത്തെ ഓപ്പോസിറ്റിന് 2 എക്സാമ്പിൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഒരു നോഡിൽ തന്നെ 2 ലീഫ് കാണുന്ന ഓപ്പോസിറ്റ് ആണ് നിങ്ങൾക്ക് അറിയാം, അത് ഗോവ ആസ് വെൽ ആസ് കലോട്രോപ്പിസ്. മൂന്നാമത്തത് വേൾഡ് ഫില്ലോടാക്സി. ഒരു നോഡിൽ ഒന്നിൽ കൂടുതൽ ലീഫ് കാണുന്ന അവസ്ഥയാണ് വേൾഡ് ഫില്ലോടാക്സി. അതിന് എക്സാമ്പിൾ അൽസ്റ്റോണിയാണ്. അപ്പൊ ആൻസർ ഏതാ മക്കളെ? വേഗം പറഞ്ഞിടാം. മസ്റ്റേർഡ് ഓൾട്ടർനേറ്റ് ആണ് അല്ലേ, അൽസ്റ്റോണിയ വേൾഡ് ആണ്, ആൻഡ് കലോട്രോപ്പിസ് ഓപ്പോസിറ്റ്സ്. ആൻസർ ഷുഡ് ബി ദ ഫസ്റ്റ് ഓപ്ഷൻ. വെരി ഗുഡ്. അഞ്ജന അല്ലേ, സാനിയ, വെരി ഗുഡ്. മൂവിംഗ് ടു ദ നെക്സ്റ്റ് വൺ. വിച്ച് ഇസ് കറക്റ്റ് ഫോർ ഗൈനീഷ്യം ഓഫ് സൊളനേസിയ? സൊളനേസിയ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റൻ നമുക്ക് ആൻസർ ചെയ്യാം അല്ലേ. സൊളനേസിയുടെ ഫോർമുല പേജ് നമ്പർ 80 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൈനീഷ്യം പാർട്ട് എടുത്താൽ മക്കളെ. ഗൈനീഷ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈകാർപ്ലറി, ബൈലോക്ലാർ, അതേപോലെ സിൻ കാർപ്പസ് കണ്ടീഷൻ അതല്ലേ പറഞ്ഞിരിക്കുന്നത്. സുപ്പീരിയർ ഓവറി ആണ്. ബിക്കോസ് ജീന്റെ അടിയിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. 2 ഇങ്ങനെയാണ് ബ്രാക്കറ്റിലാണ്. അപ്പൊ ബൈകാർപ്ലറി ആണ്, 2 ലോക്ലാർ, 2 കമ്പാർട്ട്മെന്റ് ഉണ്ടാവും. ബൈലോക്ലാർ ആണ്, സിൻ കാർപ്പസ് ആണ്, സുപ്പീരിയർ ഓവറി. അപ്പൊ ആൻസർ ഏതാ വരിക? ട്രൈ കാർപ്ലറി വരില്ല, ഫസ്റ്റ് ഓപ്ഷൻ വരില്ല. ബൈകാർപ്ലറി യൂണിലോക്ലാർ കണ്ടീഷൻ വരില്ല. അപ്പൊ ഇത് തെറ്റാണ്. ബിക്കോസ് 2 കാർപ്പിൾ വരുമ്പോൾ 2 കമ്പാർട്ട്മെന്റ് കാണും. മോണോ കാർപ്ലറി വരില്ല. ബിക്കോസ് G1 ആണെങ്കിലാണ് മോണോ കാർപ്ലറി എന്ന് പറയുക, അതും വരില്ല. അപ്പൊ ആൻസർ ഏതാ? ആൻസർ ഇസ് ദ ഫോർത്ത് ഓപ്ഷൻ. ദാറ്റ് മീൻസ് വി സേ ദാറ്റ് ഏതാ? ബൈകാർപ്ലറി, സുപ്പീരിയർ ഓവറി, ബൈലോക്ലാർ. വേണമെങ്കിൽ നമുക്ക് എന്തുകൂടി പറയാം? സിൻ കാർപ്പസ് കണ്ടീഷൻ. ബിക്കോസ് 2 ബ്രാക്കറ്റിലാണ്. ക്ലിയർ ആണോ? സോ ദിസ് ഇസ് അബൌട്ട് ദ ഗൈനീഷ്യം ഓഫ് സൊളനേസിയ. സോ ആൻസർ ഇസ് ദ ഫോർത്ത് ഓപ്ഷൻ. Srilakshmi, very good. Okay, so moving to next. The main chemical constituent of an aileron layer is. Aileron is a proteinaceous layer എന്ന് വ്യക്തമായിട്ട് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ. Aileron is a proteinaceous layer that separates the endosperm from embryo. മോണോകോട്ടിന്റെ സീഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻഡോസ്പെർമും എംബ്രിയോനെ സെപ്പറേറ്റ് ചെയ്യുന്ന proteinaceous layer ആണ് aileron. സോ ആൻസർ എന്തായിരിക്കണം മക്കളെ? പ്രോട്ടീൻ ആണ്. വാട്ട്സ് ദ മെയിൻ chemical constituent of an aileron layer? ചോദിച്ചാൽ ആൻസർ should be protein. So answer is third option. Very good. Moving next one. How many statements are correct for Opuntia and Euphorbia? As you know that Opuntia and Euphorbia are xerophytic plants ആണ്, desert plants ആണ്. എല്ലാ മക്കളെ എന്താ ഓപ്ഷൻ വരിക? Stem is modified into leaf-like organ. Exactly, because ഇവരെ ലീഫ് സ്പൈൻ ആയിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ലീഫ് സ്പൈൻ ആകുമ്പോൾ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ ആളില്ലല്ലോ. സോ സ്റ്റെം ഇസ് മോഡിഫൈഡ് ഇൻ ടു എ ലീഫ്-ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഇസ് കോൾഡ് എസ് ഫില്ലോക്ലാഡ്. പഠിച്ചിട്ടില്ലേ? അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് അല്ലേ? സ്റ്റെം ഇസ് മോഡിഫൈഡ് ഇൻ ടു ലീഫ്-ലൈക്ക് ഓർഗൻ ദാറ്റ് ഇസ് കോൾഡ് ഫില്ലോക്ലാഡ്. അപ്പൊ അത് ശരിയാണ്. ലീഫ് ആർ മോഡിഫൈഡ് ഇൻ ടു സ്പൈൻ, അതും ശരിയാണ്. സോ ആൻസർ ഏതാ വരിക? ബോത്ത് ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. സോ ആൻസർ കീ ഇസ് ദ തേർഡ് ഓപ്ഷൻ. ഓക്കെ, അഖില, അനുപ്രിയ, അനഘ, വെരി ഗുഡ്. ആര്യ അല്ലേ? ഫൈനൽ അല്ലേ? ബയോ അടിപൊളിയായിട്ട് എഴുതണം കേട്ടോ.
Okay, moving to the third one. Select the die from the following. Fabaceae family നിങ്ങൾ പഠിച്ചപ്പോൾ die പഠിച്ചിട്ടുണ്ട്. ഫാബേസിയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നിങ്ങൾ പഠിച്ചാണ് പേജ് നമ്പർ 79 എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് തന്നിട്ടില്ലേ, അതിൽ തന്നിട്ടുണ്ട് ഏതാ ഫാബേസിയയിലെ ഇൻഡിഗോഫെറ അല്ലേ. ഡൈ എടുക്കുന്ന ഏത് പ്ലാന്റാ? ഇൻഡിഗോഫെറ. ബിക്കോസ് എസ്പെയിനിയ ട്രൈഫോളിയം ഫോർഡർ ആയിട്ട് ഉപയോഗിക്കും, സൺഹെമ്പ് ഫൈബർ ആയിട്ട് ഉപയോഗിക്കും, ലൂപ്പിൻ ഏതാ ഓർണമെന്റൽ പ്ലാന്റ് ആണ്. എല്ലാം അതേ എക്സാമ്പിൾ തന്നെ ഉണ്ട്. ആൻസർ ഇസ് ഇൻഡിഗോഫെറ. സോ ഫോർത്ത് ഓപ്ഷൻ ആണ്. നല്ല എനർജി ആണല്ലോ എല്ലാവർക്കും. അനൂപ വെരി ഗുഡ്. ഷംല, ഫാത്തിമ. Moving to the next one. Xylem is a scar on dash through which developing seed were attached to the dash. ഈ സ്റ്റേറ്റ്മെന്റ് മക്കളെ as such NCERT ഉണ്ട്. If you take page number 76 ലാസ്റ്റ് പാരഗ്രാഫ് നോക്കുക, വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താ തന്നിരിക്കുന്നത്? Xylem is a scar on a seed coat എന്ന് തന്നിട്ടുണ്ടാവും അല്ലേ. Xylem നല്ല ബോൾഡ് ആയിട്ട് അവിടെ Xylem എന്നുള്ള ലാസ്റ്റ് പാരഗ്രാഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ലൈൻ യു ക്യാൻ സീ ദാറ്റ് Xylem is a scar on seed coat through which developing seeds are attached to the fruit. So answer എന്തായിരിക്കണം? third option ആണ്. Medico who was correct. Fourth അല്ല, third option ആണ് ആൻസർ കേട്ടോ. സർഗ, ശ്വേത. Okay, answer ഏതാ? third one. Xylem is a scar on the seed coat through which the developing seeds were attached to the fruit. ഫ്രൂട്ടും സീഡ് ആയിട്ടുള്ള കണക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് ആണ് Xylem, because സീഡ് ഡിറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു അടയാളമായിട്ട് നിൽക്കും. Okay, next one. Match column 1 and 2. Apocarpus condition. NCERT രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോകാർപ്പസ് കണ്ടീഷൻ എന്താ? കാർപ്പിൾസ് ആർ ഫ്രീ ഫ്രം ഈച്ച് അതർ. റോസും ലോട്ടസ് ആണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. അപ്പൊ അപ്പോകാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ കാർപ്പിൾ ഉണ്ടാവും, എല്ലാ കാർപ്പിളും വേറെ വേറെ ആയിട്ട് നിൽക്കും. എക്സാമ്പിൾ റോസും ലോട്ടസും. അപ്പൊ ഇവിടെ മാച്ച് ചെയ്യുന്ന റോസ് ആണ്. സിൻകാർപ്പസ് എന്താ? കുറെ കാർപ്പിൾ ഉണ്ടാവും, എല്ലാ കാർപ്പിളും ഫ്യൂസ്ഡ് ആണ്. ആ ഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന കണ്ടീഷനാണ് സിൻകാർപ്പസ്. അപ്പൊ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ടൊമാറ്റോ ആൻഡ് മസ്റ്റേർഡ് ആണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ മസ്റ്റേർഡ് ഉണ്ട്, അപ്പൊ നമുക്ക് മാച്ച് ചെയ്യാം. ഡയാഡൽഫസ് കണ്ടീഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ ഫിലമെന്റ്സ് കൂടി ചേർന്ന് രണ്ട് ബണ്ടിലായിട്ട് നിൽക്കുന്ന 9+1 9 ഫ്യൂസ് ടു ഫോം 1 ബണ്ടിൽ, 1 ഫോംസ് അനദർ ബണ്ടിൽ. ഏതാ? ഫാബേസിയ ഫാമിലിയിലാണ്. എക്സാമ്പിൾ ഇവിടെ ഫാബേസിയുടെ മെമ്പർ സെസ്ബേനിയ കാണാം അല്ലേ. ഫാബേസിയുടെ മെമ്പർ ആണ് സെസ്ബേനിയ ആൻഡ് ട്രൈഫോളിയം വിച്ച് ആർ യൂസ്ഡ് ആസ് ഫോഡർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എപ്പിഫിലസ്. എന്താ എപ്പിഫിലസ്? വെൻ ദ സ്റ്റേമെന്റ്സ് ആർ അറ്റാച്ച്ഡ് ടു പെരിയാന്ത് ഓർ ഈവൻ വി സേ ദാറ്റ് പെരിയാന്ത് സിംഗിൾ സെഗ്മെന്റ് നമ്മൾ ടെപ്പൽ എന്ന് വിളിക്കുക. അപ്പൊ ടെപ്പൽ എന്ന് പറയാം, അല്ലെങ്കിൽ പെരിയാന്തിലേക്ക് സ്റ്റേമെന്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ കണ്ടീഷനാണ് എപ്പിഫിലസ്. ആർക്കാ കാണുക? ദാറ്റ് ഇസ് ലില്ലിയേസേ ഫാമിലി. ഏതാ? ലില്ലിയേസേ ഫാമിലി. അപ്പൊ ആൻസർ ഏതാ മക്കളെ? എ മാച്ചസ് വിത്ത് എസ്, B matches with R, C matches with P and D matches with Q. Answer is the second option. Clear ayo? Okay. Amal. Okay, answer is the second option. Okay. Moving to the next one. Match column 1 and 2. Racemose inflorescence. Inflorescence നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ മക്കളെ. Racemose inflorescence add a characteristic feature of Fabaceae ഫാമിലിയുടെ characteristic feature ആണ്. So A matches with S. ക്ലിയർ? സോ ഫാബേസിയയിൽ എന്താ കാണുന്നത്? റെസിമോസ് ഇൻഫ്ലോറൻസസ് ആണ്. നിങ്ങൾ തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്ലോറൽ ആക്സിസ് കണ്ടിന്യൂ ചെയ്യും, ഫ്ലവർ ഒക്കെ താഴെയാണ്, ബഡ് ഒക്കെ മുകളിലാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. സൈമോസ് ഇൻഫ്ലോറസൻസ് രണ്ട് ഫാമിലിയിൽ പറഞ്ഞിട്ടുണ്ട്. സൊലനേസിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ലില്ലിയേസേ ഫാമിലിയിലും സൈമോസ് ഇൻഫ്ലോറസൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്താ? സൈമോസ് നമുക്ക് ലില്ലിയേസി ആയിട്ട് മാച്ച് ചെയ്യാം, ഓർ ഈവൻ സൊലനേസിയ മെമ്പർ ബ്രിഞ്ചോൾ ഉണ്ട്. നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ഏതാ നമുക്ക് നോക്കാം. നൗ വി ആർ മാച്ചിങ് വിത്ത് ലില്ലിയേസി. എപ്പിപെറ്റാലസ് കണ്ടീഷൻ എക്സാക്ട്ലി ഏതാ? എപ്പിപെറ്റാലസ് സൊലനേസിയ ആണ്. സൊലനേസിയുടെ മെമ്പർ ആണ് ബ്രിഞ്ചോൾ എന്ന് പറയുന്നത് അല്ലേ. എപ്പിപെറ്റാലസ് കണ്ടീഷൻ ആർ സീൻ ഇൻ സൊലനേസിയ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെറ്റൽസ് ആർ സ്റ്റേമെന്റ്സ് ആർ അറ്റാച്ച്ഡ് ടു പെറ്റൽ അല്ലേ. പെർസിസ്റ്റന്റ് കാലിക്സ് ഉള്ള എല്ലാ ആൾക്കാരും സൊലനേസിയാണ്. കാലിക്സ് കൊഴിഞ്ഞു പോവില്ലാണ്. പച്ചമുളകിനൊക്കെ ഒരു തൊപ്പി കണ്ടിട്ടില്ലേ അല്ലേ. ദാറ്റ് മീൻസ് കാലിക്സ് വിൽ ബി പെർസിസ്റ്റിംഗ്. ബ്രിഞ്ചോൾ ഇറ്റ് ഓൾസോ ഹാസ്. Okay, then epitepalous condition. എന്താ epitepalous condition? That is lily. Lily comes under liliaceae. Epitepalous എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ എപ്പിഫിലസ് എന്ന് പറഞ്ഞിട്ടില്ലേ. When the stamens are attached to tepal, because പെരിയാന്തിന്റെ ഇൻഡിവിജ്വൽ സെഗ്മെന്റ് ആണ് നമ്മൾ ടെപ്പൽ എന്ന് പറയുന്നത്. അപ്പൊ അത് ലില്ലിയേസേ ഫാമിലി ആണ്. എക്സാമ്പിൾ ലില്ലി ആണ്. ആൻസർ ചെയ്താൽ മക്കളെ A matches with S, B matches with R, C matches with P and D matches with Q. So option is the second one. Okay. എന്താ ശ്വേത താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന? പഠിക്കണ്ടേ? വേഗം. Match the column 1 and 2, where column 1 represent the type of placentation, column 2 represent its example. അപ്പോൾ പ്ലാസന്റേഷൻ എക്സാമ്പിൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. പേജ് നമ്പർ 75 വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് എല്ലാ പ്ലാസന്റേഷനും. ബേസൽ പ്ലാസന്റേഷൻ മാത്രം പേജ് നമ്പർ 76 ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട്. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ. സോ ലാസ്റ്റ് ഏതാ? മാർജിനൽ പ്ലാസന്റേഷൻ എക്സാമ്പിൾ ആണ് പീ പ്ലാന്റ് അല്ലേ.
P is an P in the fruit either. It's an example for marginal placentation. Axel example ആണ് lemon. Parietal example ആണ് argemone and mustard. അല്ലേ? Free central example ആണ് dianthus and primrose. രണ്ട് example text ഉണ്ട്. Dianthus ഉണ്ട്, primrose ഉണ്ട്. Basal placentation example ആണ് marigold and sunflower. നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. So what are the example? Marginal P ആണ്, axial placentation tomato, lemon, അല്ലേ? Ladies finger ഇതൊക്കെയാണ് ടെക്സ്റ്റിലുള്ളത്. Parietal placentation argemone, free central primrose and basal placentation marigold and sunflower. അപ്പോൾ ആൻസർ ഏതാ? So A matches with Q, B matches with R. So option should be the second option. Yes or no? Answer വന്നല്ലോ. Ashim, Fida, very good, very good. Moving to next one. Match column 1 and 2. ഇതും പഠിക്കണം. ഈസ്റ്റിവേഷൻ എന്ന കോൺസെപ്റ്റ് പേജ് നമ്പർ 74 വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് ഈസ്റ്റിവേഷൻ. ഓക്കെ, വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ ചെയ്താ മക്കളെ കലോട്രോപ്പിസ് ആണ്. സോ വിൽ മാച്ച് വിത്ത് എ വിത്ത് ക്യൂ. ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ ഏതാ? കോട്ടൺ ആണ് കേട്ടോ. കോട്ടൺ തന്നിട്ടുണ്ട്, ചൈന റോസ് തന്നിട്ടുണ്ട് ടെക്സ്റ്റില് അല്ലേ. ദെൻ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ കേഷ്യ, ഗുൽമഹർ, രണ്ട് എക്സാമ്പിൾ ഉണ്ട്, കേഷ്യ ആൻഡ് ഗുൽമഹർ. ആൻഡ് വെക്സ്ലറി ഈസ്റ്റിവേഷൻ ഫാബേസിയുടെ പ്രത്യേകതയാണ്. ഫാബേസിയുടെ മെമ്പർ ഇവിടെ ട്രൈഫോളിയം തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെസ്ബേനിയ, ട്രൈഫോളിയം ഒക്കെ ഫാബേസി മെമ്പർ ആണ്. സോ ഫാബേസി ആണ് വെക്സ്ലറി ഈസ്റ്റിവേഷൻ. യുണൈറ്റഡ് സെപ്പൽസ് ആർ കോൾഡ് as ഗാമോസെപ്പാലസ്. When all the sepals are united, it is called gamocephalus. അപ്പോൾ ആൻസർ ചെയ്ത വാൽവേറ്റ് ഈസ്റ്റിവേഷൻ കലോട്രോപ്പസ് AQ, twisted BR, then CP, DT as well as ES. So answer should be the second option. Okay, ആൻസർ ചെയ്ത് വരിക സെക്കൻഡ് ഓപ്ഷൻ ആണ്. അപ്പൊ ഇതും പഠിച്ചില്ലേ? സോ ഈസ്റ്റിവേഷനും നമ്മൾ പഠിച്ചു. ക്ലിയർ? സോ മൂവിംഗ് ടു നെക്സ്റ്റ് വൺ. ഏതാ? മോണോഡെൽഫസ്, ഡയഡെൽഫസ് ആൻഡ് പോളിഡെൽഫസ്. ഓൾറെഡി പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വെൻ ഓൾ ദ ഫിലമെന്റ്സ് ഫ്യൂസ്ഡ് ഫോം വൺ ബണ്ടിൽ ഇറ്റ് ഇസ് കോൾഡ് മോണോഡെൽഫസ്. എക്സാമ്പിൾ ഏതാ? ചൈന റോസ് ആണ്. അപ്പൊ A matches with Q അല്ലേ. Then diadelphus, all the filament fused form two bundles and example ഏതാ? Pea plant ആണ്. So P ആണ് അല്ലേ, P ന്റെ ഫ്ലവറിലാണ് ഇത് കാണുന്നത്. So polyadelphus, when all the filaments fused form more than two bundle, it is called polyadelphus. അപ്പോൾ ആൻസർ ഏതാ മക്കളെ വരിക? A matches with Q, B matches with R and C matches with P. So exactly answer should be the second option. ശ്രീലക്ഷ്മി, ഖദീജ, ജസ്ന എല്ലാവരും വേഗം ആൻസർ തരുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? അടിപൊളി. Okay, so moving to next one. Leaf tendrils are seen in, രണ്ട് കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ മക്കളെ. Leaf tendrils are seen in Pisum, that is pea plant. ആൻസർ ഏതാ? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. Can you see the question? Leaf tendrils are seen in Pisum, that is called pea plant. Stem tendril ചോദിച്ചാല് കുക്കുംബർ, വാട്ടർമെലോൺ. മറക്കരുത് കേട്ടോ. കുക്കുംബർ ഉണ്ട്, വാട്ടർമെലോൺ ഉണ്ട്, ഗ്രേപ്പ് ഉണ്ട്. ഇതൊക്കെ ഏതാ? നമ്മൾ നോർമലി പറയാം സ്റ്റെം ടെൻഡ്രിലാണ്. സ്റ്റെം ടെൻഡ്രിലായിട്ട് മാറുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ അതും പഠിക്കണം, ഇതും പഠിക്കണം. ലീഫ് ടെൻഡ്രിൽ ചോദിച്ചാൽ പൈസം, സ്റ്റെം ടെൻഡ്രിൽ ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. ക്ലിയർ? So moving to the next one. Desert plants, the leaves are modified into spine. Already previously വേറൊരു ക്വസ്റ്റ്യൻ ഇതേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെസേർട്ട് പ്ലാന്റ്സ് ആയിട്ടുള്ള ഒപ്പൻഷ്യ ആൻഡ് ഇഫോർബിയയിൽ ലീഫ് എന്തായിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്? സ്പൈൻ ആയിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്. So answer is the third option. Clear? So moving to the next one. Match column 1 and 2. Pinnately compound leaf ന് എക്സാമ്പിൾ ടെക്സ്റ്റിലുള്ളത് നീം ആണ് കേട്ടോ. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്താ? ഈ പറഞ്ഞ റാച്ചസിൽ രണ്ട് സൈഡും ലീഫ്ലെറ്റ് കാണുവാണെങ്കിൽ ദിസ് ഇസ് കോൾഡ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. എക്സാമ്പിൾ ഏതാ മക്കളെ? നീം. So what do you mean by simple leaf? When the entire leaf is directly attached to the stem or if it is incised, incision should not touch the midrib എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എക്സാമ്പിൾ ഏതാ? സിമ്പിൾ ലീഫിന് എക്സാമ്പിൾ മാംഗോ ആണ്. Palmately compound leaf ന് example silk cotton. When all the leaflets are attached to the common point and appears like palm-like fashion, it is called palmately compound. ഏത് എക്സാമ്പിൾ? silk cotton. And expanded leaf base, a leaf covering stem wholly or partially that is seen in monocotyledon. വ്യക്തമായിട്ട് പേജ് നമ്പർ 70 ഫസ്റ്റ് പാരഗ്രാഫില് 3rd, 4th, 5th, 6th ലൈൻ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാം. മോണോകോട്ലിഡൻ പ്ലാന്റ്സിൽ എന്താണ്? ലീഫ് ഷീറ്റ് ആണ് കാണുക, ലീഫ് ബേസ് അല്ല. ഇങ്ങനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ട് വരും, അതിനെ ലീഫ് ഷീറ്റ് എന്നാ പറയാം. അപ്പൊ ആൻസർ ചെയ്താ മക്കളെ? A matches with R, then B matches with P, C matches with Q and D matches with S. And option is first option. Very good. Devika, Nivedya, Anshida. Okay, moving to next one. Finished. Okay, so this is about the last question in morphology. അപ്പോൾ മോർഫോളജിയിൽ എൻറ്റയർ ആയിട്ടുള്ള എല്ലാതും ഫോർമുല മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Now we'll go for the next chapter that is called ecosystem. Fine. So we'll go for ecosystem.
So moving to the first question of ecosystem. Can you see the question clearly? Will you respond? Yes. Which one of the following process during decomposition is correctly described? Decomposition is correctly described in a process. Okay, humification. As you know, the decomposition 5 step and page number 243, second year text. Ecosystem 243 decomposition 5 step and step humification leads to the accumulation of dark colored amorphous substance called humus which undergo microbial action at a very fast rate. This fast rate concept because if you take page number 244, 243 decomposition humus concept in 244 244 first paragraph, first 3 line correct answer extremely slow rate of decomposition. The fast rate it undergo extremely slow rate of decomposition. This statement next one, catabolism, last step of decomposition. No, mineralization is the last step because first step fragmentation, leaching, catabolism, humification, mineralization is the last step, catabolism is the last step. Now, this is anaerobic condition. The decomposition is purely oxygen requiring process. Page number 244, second paragraph, first line. Oxygen indayale decomposition past statement. Leaching, water soluble inorganic nutrients rise to the top of the soil. This is top alla bottom of the soil. Leaching 243 second paragraph, you can see that. In the second paragraph, the first 2 line, okay, leaching the concept water soluble inorganic substance go down the soil horizon. That's unavailable. Precipitate statement. Correct statement is answer. Answer is the last one, that is called carried out by organisms such as earthworm. That means earthworm detritus fragments particles fragments process fragmentation. Exactly our statement correct. Clear? So moving to the next question. Secondary productivity is the rate of formation of new organic matter by. As you know that this question is page number 243 second paragraph second paragraph last 2 line correct answer in the secondary productivity, which is nothing but the rate of formation of new organic matter by consumers. Plants body store net primary productivity all consumers body store energy it is called secondary productivity. Answer consumer B option B option. Okay, B option consumer. Next one, the rate of formation of new organic matter by rabbit. Same question twist choice in the entrance examination. Okay, in the rate of formation of new organic matter consumer. Rabbit consumer grassland. Rabbit in the rabbit plant rabbit consumer. Consumer body store energy. Can you give me the answer? Secondary productivity. Secondary productivity is body consumer. Now, consumer consumer body secondary productivity. Very good, very good. So moving to next one. Which of the following is expected to have the highest value in the grassland ecosystem? Grassland ecosystem is gross primary productivity. This exam one question. What is the answer? Gross primary productivity in the rate of formation of organic matter through photosynthesis. Biomass through photosynthesis is called gross primary productivity. But gross production is grassland. Answer is third option. Previous one question. Which of the following is expected to have the highest value in grassland ecosystem? The answer is gross production. Next one. The transfer of energy from one trophic level to another trophic level is governed by second law of thermodynamics. The average efficiency of energy transfer from herbivores to carnivores is page number 247, third paragraph. Complete concept lower trophic level the next trophic level 10% of energy matre transfer Lindemann law of 10%. Manslayo. Upon trophic level next level transfer only 10%. Answer 10%. So B is the answer. Very good. Mayura, very good. Steffi, Korea Anuba. Okay, answer is 10%.
ബോത്ത് ഹൈഡ്രാർക്ക് ആൻഡ് സിറാർക്ക് സക്സഷൻ ലീഡ്സ് ടു. ഇത് NCERT വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് മക്കള്. സക്സഷൻ പഠിക്കുന്ന സമയത്ത് എന്താ പറയണേ, ഹൈഡ്രാർക്ക് ആയിക്കോട്ടെ സിറാർക്ക് ആയിക്കോട്ടെ എവിടെ സക്സഷൻ തുടങ്ങിയാലും ഇറ്റ് എൻഡ്സ് വിത്ത് മീസിക് കണ്ടീഷൻ. പേജ് നമ്പർ 251 കേട്ടോ. എൻഡ്സ് വിത്ത് മീസിക് കണ്ടീഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ മീസിക് കണ്ടീഷൻ? മോഡറേറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണ്. ദാറ്റ് മീൻസ് മീഡിയം വാട്ടർ കണ്ടീഷൻ ആണ്. മീസിക് കണ്ടീഷൻ എന്ത് പറയാം? മീസിക് കണ്ടീഷൻ എന്ത് വിളിക്കാം? മോഡറേറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻ, അല്ലെങ്കിൽ we can see that medium water condition. അപ്പോൾ ആൻസർ ചെയ്താ ഫസ്റ്റ് വൺ ആണ്. ഏത് സെക്ഷൻ ആണെങ്കിലും അവസാനിക്കുന്ന മീസിക് കണ്ടീഷൻ ആണ്. അത് ഹൈഡ്രാർക്ക് ആയാലും സിറാർക്ക് ആയാലും. ഓക്കെ, സോ ആൻസർ ഇസ് മീഡിയം വാട്ടർ കണ്ടീഷൻ. നെക്സ്റ്റ് വൺ, നാച്ചുറൽ റിസർവോയർ ഓഫ് ഫോസ്ഫറസ്. അപ്പോൾ ഫോസ്ഫറസ് നാച്ചുറൽ റിസർവോയർ ഏതാ? റോക്ക് ആണ്. റോക്ക് ഇസ് ദ നാച്ചുറൽ റിസർവോയർ ഓഫ് ഫോസ്ഫറസ്. പേജ് നമ്പർ 254 പറഞ്ഞിട്ടുണ്ട് അത് കേട്ടോ. ഏതാ? റോക്ക് ഇസ് ദ നാച്ചുറൽ റിസർവോയർ ഓഫ് ഫോസ്ഫറസ്. അപ്പോൾ ആൻസർ ഏതാ? ബി ഓപ്ഷൻ ആണ്. ക്ലിയർ ആണോ? Moving to next one. Which one of the following is not a gaseous biogeochemical cycle? As you know that biogeochemical cycle is also called as nutrient cycle. ഇതിൽ gaseous അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാർബൺ gaseous ആണെന്ന് നിങ്ങൾക്ക് അറിയാം, നൈട്രജൻ gaseous ആണെന്ന് അറിയാം. അപ്പോൾ ഇത് രണ്ടും ടെക്സ്റ്റിൽ മിസ് സെഡിമെന്ററി സൈക്കിൾ നല്ല തന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഇതെന്താണ് പിക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ സൾഫർ ക്യാൻ എക്സിസ്റ്റ് ആറ്റ് ഹൈഡ്രജൻ സൾഫൈഡ്. ഗേഷ്യസ് ഫോമിലും സൾഫർ വരാം, പക്ഷെ ഒരിക്കലും ഗേഷ്യസ് ഫോം വരാത്തതാരാ? ഫോസ്ഫറസ് ആണ്. അപ്പൊ പ്യോർ ആൻസർ ചെയ്താ ഒരിക്കലും ഗേഷ്യസ് ഫോം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാത്തത് ഫോസ്ഫറസ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് സൾഫർ എടുക്കാന്ന് ചോദിച്ചാൽ സൾഫർ ഗേഷ്യസ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ സെഡിമെന്ററി ചോദിച്ചാൽ രണ്ട് കോമ്പിനേഷൻ എടുക്കുമ്പോൾ വിൽ റൈറ്റ് ബോത്ത് സൾഫർ ആൻഡ് ഫോസ്ഫറസ്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ബോത്ത് ഓപ്ഷൻ എടുക്കാനില്ലെങ്കിൽ സെഡിമെന്ററി ഫോസ്ഫറസ് മാത്രമാണ്. സൾഫർ ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ടും വരുന്നത് ഗേഷ്യസ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? സോ ആൻസർ ഇസ് ദ സെക്കൻഡ് ഓപ്ഷൻ. വെരി ഗുഡ്. Next one. Which of the following ecological pyramid is generally inverted? Inverted ആയിട്ടുള്ള പിരമിഡ് എവിടെയാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. പിരമിഡ് ഓഫ് നമ്പർ ഇൻ ഗ്രാസ് ലാൻഡ് എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. ബിക്കോസ് ഗ്രാസ് ലാൻഡിൽ കുറേ ഗ്രാസസ് ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് കൂടുതലാണ്, പ്രൈമറി കൺസ്യൂമർ കുറവാണ്, സെക്കൻഡറി കുറവാണ്, ടെർഷറി കുറവാണെന്നൊക്കെ നമ്മൾ അപ്രൈറ്റ് പിരമിഡാണ് പഠിക്കുന്നത്. പിരമിഡ് ഓഫ് എനർജി ഇസ് ഓൾവേസ് അപ്രൈറ്റ്, നെവർ ഇറ്റ് വിൽ ബി ഇൻവേർട്ടഡ്. ഒരിക്കലും ഇൻവേർട്ടഡ് ആവാത്ത പിരമിഡാണ് പിരമിഡ് ഓഫ് എനർജി. ബിക്കോസ് താഴെ നിന്ന് മുകളിലേക്ക് 10% ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോവല്ലേ, എനർജി കുറഞ്ഞ് വരില്ലേ മക്കളെ, അതും അപ്രൈറ്റ് ആയിരിക്കും, ഒരിക്കലും ഇൻവേർട്ട് ആവില്ല. പിരമിഡ് ഓഫ് ബയോമാസ് ഓഫ് ഫോറസ്റ്റ്. ബയോമാസ് ഓഫ് ഫോറസ്റ്റ്, ഫോറസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ബയോമാസ് കൂടുതലായിരിക്കും. എവിടെയാണോ പ്ലാന്റ്സ് കൂടുതൽ അവിടെ പ്രൊഡക്ഷൻ കൂടുതലാണ്, സോ ബയോമാസ് കൂടുതലാണ്, അതും അപ്രൈറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താ, പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സീ ഇസ് ഇൻവേർട്ടഡ്. ബിക്കോസ് അക്വാറ്റിക് സിസ്റ്റത്തിൽ ബയോമാസ് ഇൻവേർട്ടഡ് ആണ്. 21 and 4 എന്ന വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും അത് ഇൻവേർട്ടഡ് ആണ്. മനസ്സിലായോ? അപ്പൊ ആൻസർ ഏതാ വരിക? ഡി ഓപ്ഷൻ ആണ് വരിക. സോ ആൻസർ ഇസ് ഡി ഓപ്ഷൻ. ഓക്കെ, പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സീ ഇസ് ഓൾവേസ് ഇൻവേർട്ടഡ്. Next one. What type of ecological pyramid would be obtained with the following data? ഡാറ്റ തന്നിട്ടുണ്ട്, ഇത് വെച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ് പിരമിഡ് ആണ് കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഗ്രാംസ് തന്നിട്ടുണ്ട്. അപ്പൊ ഗ്രാം തന്നുകൊണ്ട് തന്നെ നമുക്കറിയാം ബയോമാസ് ആണ് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം. ശരിയല്ലേ? ഗ്രാം തന്നുകൊണ്ട് നമുക്കറിയാം, നമ്പർ അല്ല തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ബയോമാസ്. സോ ലെറ്റ് us go for the pyramid construction. എന്താ pyramid construction? You know that primary producer level 10 gram ആണ് അല്ലേ? പ്രൈമറി പ്രൊഡ്യൂസർ ലെവലിൽ 10 gram ആണ്. പ്രൈമറി കൺസ്യൂമർ ലെവലിൽ 60 grams ആണ്. അതേപോലെ സെക്കൻഡറി കൺസ്യൂമർ ലെവലിൽ 120 grams ആണ്. സോ 120 grams നമ്മളിങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത ഇൻവേർട്ടഡ് പിരമിഡ് ആണ് കാണാം. സോ ഏതാ കാണാം? ഇൻവേർട്ടഡ് പിരമിഡ് ആണ് കാണാം. മനസ്സിലായോ? ബിക്കോസ് താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ എന്താ, കൂടി വരികയാണ്. താഴെ 10 gram ഉള്ളൂ പ്രൊഡ്യൂസർ ലെവലില്, പ്രൈമറിയിൽ എന്താണ് നെക്സ്റ്റ് 60 പറഞ്ഞിട്ട് 120 പറഞ്ഞിട്ട്. സോ ഇറ്റ് വിൽ ബി ഇൻവേർട്ടഡ്. അപ്പൊ ആൻസർ ഏതാ വേണ്ടത്? ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ്. ഏതാ ആൻസർ? ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ്. ഇത് ക്ലിയർ ആയോ? ഓക്കെ, സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which ecosystem has the maximum biomass? അല്ലെ, മാക്സിമം ബയോമാസ് ഉള്ളത് ഏതാ? ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ആണ്. നിങ്ങൾക്ക് അറിയാലോ, ഫോറസ്റ്റിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് ഉള്ളത്. ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് എവിടെയാണോ അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്താണ് ഫോട്ടോസിന്തസിസ് നടക്കുക, ഏറ്റവും കൂടുതൽ ബയോമാസ് ഉണ്ടാവുക. സോ ഏറ്റവും കൂടുതൽ ബയോമാസ് തന്നിരിക്കുന്നത് ഏതാ? ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിലാണ്. കേട്ടോ മക്കളെ? ഓക്കെ, സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following would appear as a pioneer organism on bare rock? അല്ലേ, റോക്കിൽ പയോണിയർ ആയിട്ട് വരുന്ന ലിച്ചൻസ് ആണ്. ലൈക്കൻസ് നമ്മൾ പറയാറുണ്ട്, ലിച്ചൻസ് ആണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ. സോ ലിച്ചൻസ് ആർ ദ പയോണിയർ കമ്മ്യൂണിറ്റിന്റെ bare rock. നേരെ തിരിച്ച് നമ്മൾ ഹൈഡ്രാർക്ക് ചോദിക്കുകയാണെങ്കിലോ, വെള്ളത്തിൽ പയോണിയർ കമ്മ്യൂണിറ്റി ആയിട്ട് വരുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ്. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ?
റോക്ക് ആണെങ്കിൽ നമ്മൾ പറയും ലിച്ചൻസ് പറയും, ഹൈഡ്രാർക്ക് ആണെങ്കിൽ നമ്മൾ പറയും പൈനറി കമ്മ്യൂണിറ്റി ആരാന്ന് ചോദിച്ചാൽ വിൽ സേ അബൌട്ട് ദാറ്റ് ഈസ് ഫൈറ്റോപ്ലാങ്ക്ടൺസ്. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത ലിച്ചൻസ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, സെക്കൻഡറി സക്സഷൻ ടേക്സ് പ്ലേസ് ഓൺ. എവിടെയാ സെക്കൻഡറി സക്ഷൻ നടക്കുക? ഓൾറെഡി അവിടെ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് ഏതോ റീസൺ കാരണം അത് ഡിസ്ട്രക്റ്റഡ് ആയി പോയി, എന്നിട്ട് പുതിയൊരു കമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യാണ്. ദാറ്റ് ഇസ് കോൾഡ് സെക്കൻഡറി സക്സഷൻ. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പറയാ? ഡീഗ്രേഡഡ് ഫോറസ്റ്റ് അല്ലെ? എന്താ പറയാ? ഡീഗ്രേഡഡ് ഫോറസ്റ്റ്. ആൻസർ ഡീഗ്രേഡഡ്. ഓൾറെഡി ഫോറസ്റ്റിൽ എന്തുണ്ട്? എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട് അല്ലെ? എല്ലാ പ്ലാന്റ് കമ്മ്യൂണിറ്റി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫോറസ്റ്റ് ഫയർ കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം അത് നശിച്ചു പോയി വീണ്ടും ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ദാറ്റ് ഇസ് കോൾഡ് സെക്കൻഡറി. സോ ആൻസർ ചെയ്താ ഡീഗ്രേഡഡ് ഫോറസ്റ്റ്. ബിക്കോസ് ന്യൂലി ക്രിയേറ്റഡ് പോണ്ട് ഓർ ന്യൂലി കൂൾഡ് ലാവ എന്ന് പറയുന്നത് നമ്മൾ ഏതാ? പ്രൈമറി സക്സഷൻ നടക്കുന്ന സ്ഥലമാണ്. അത് തന്നിട്ടുണ്ട് വ്യക്തമായിട്ട്. പ്രൈമറി സക്സഷൻ നടക്കുന്ന സ്ഥലമാണ് ഏത്? ന്യൂലി ക്രിയേറ്റഡ് പോണ്ട് ഓർ ന്യൂലി കൂൾഡ് ലാവ. ഓക്കെ. ബാരോക്ക് ഓൾസോ ചെയ്ത പ്രൈമറി സെക്ഷൻ ആണ്. ലൈക്ക് ലിച്ചൻസ് വന്നിട്ട് തുടങ്ങി വെക്കും. അവിടെ കമ്മ്യൂണിറ്റി എന്താണ് ഇതേവരെ ലിവിംഗ് കമ്മ്യൂണിറ്റി ഇല്ല, ആദ്യമായിട്ട് ലിവിംഗ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് പഠിച്ചിട്ടില്ലേ? സോ ആൻസർ ഇസ് സെക്കൻഡറി സെക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഡീഗ്രേഡഡ് ഫോറസ്റ്റ്. നെക്സ്റ്റ് വൺ, ദ അപ്രൈറ്റ് പിരമിഡ് ഓഫ് നമ്പർ ഇസ് ആബ്സെന്റ് ഇൻ. ഇത് ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, എൻട്രൻസിന് വന്ന ക്വസ്റ്റൻ ആണ്. നോക്കിയാൽ മക്കളെ, അപ്രൈറ്റ് പിരമിഡ് ഓഫ് നമ്പർ ആണ്. നേരത്തെ നമ്മൾ ബയോമാസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്, ശരിയല്ലേ? ഒരിക്കലും അപ്രൈറ്റ് പിരമിഡ് വരാത്തത് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റ് ആണ് എഴുതുക. അപ്പൊ ചിന്തിക്കുക, മിസ് എന്താ ഫോറസ്റ്റ് പറയണേ? ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഒക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പൊ പ്ലാന്റ്സ് അല്ലേ? ഒരിക്കലല്ല. ഒരു മരത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 or 6 ഇൻസെക്ട് കാണും. അപ്പൊ നമ്പർ കൗണ്ട് ചെയ്യുമ്പോൾ ഒരു മരമാണ്, അതിൽ 5 ഇൻസെക്ട് വന്നാൽ തന്നെ നമ്പർ ആഡ് ചെയ്യാൻ കൂടുതൽ, ഇൻസെക്ടിന്റെ നമ്പർ ആണ് കൂടുതൽ. അപ്പൊ പ്ലാന്റ് നമ്പർ കുറഞ്ഞില്ല മക്കളെ. അപ്പൊ ഇറ്റ് ബിക്കംസ് ഇൻവേർട്ടഡ്. ബിക്കോസ് താഴത്തെ ഫസ്റ്റ് ട്രോഫിക് ലെവലാണ് നമ്മൾ പ്ലാന്റ്സിന്റെ കാര്യം പറഞ്ഞത്, പ്രൊഡ്യൂസേഴ്സിന്റെ കാര്യം പറയുന്നത്. അവിടെ നമ്പർ കുറഞ്ഞ, ഇൻസെക്ടിന്റെ നമ്പർ കൂടിയപ്പോൾ അത് ഇൻവേർട്ടഡ് ആയില്ലേ? അപ്പൊ ഫോറസ്റ്റില് ഒരിക്കലും നല്ലോണം ശ്രദ്ധിച്ചോ, ട്രിക്കി ക്വസ്റ്റൻ ആണ്. ദ അപ്രൈറ്റ് പിരമിഡ് ഓഫ് നമ്പർ ഇസ് ആബ്സെന്റ് ഇൻ ഫോറസ്റ്റ് കേട്ടോ. ബിക്കോസ് അവിടെ പ്ലാന്റ്സ് ഉണ്ടെങ്കിലും ഓരോരോ പ്ലാന്റിന്റെ മുകളിലും ഇൻസെക്ട്സും ബേർഡ്സ് ഒക്കെ വരുമ്പോൾ അവരെ എണ്ണാണ് കൂടുതൽ, പ്ലാന്റ്സിന്റെ എണ്ണം കുറവായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ആൻസർ ഇസ് ഫോറസ്റ്റ്. നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് നിഷ് ഇസ്. Okay, so what do you mean by niche എന്ന് പറയാറുണ്ട്, niche എന്ന് പറയാറുണ്ട്? Okay, yes, ഏതാ? The functional role played by an organism where it lives. Actually ഇത് organism and population വരുന്നതാണ്, പക്ഷെ ഇക്കോസിസ്റ്റം കണക്ട് ചെയ്തിട്ട് ഇത് വരാറുണ്ട്. ഓരോരോ ഓർഗാൻസിനും ഒരു ഫങ്ഷണൽ റോൾ ഉണ്ട്. ആ ഫങ്ഷണൽ റോളിനെ പറയുന്ന പേരാണ് ഏത്? ഫങ്ഷണൽ റോൾ ഉണ്ട്. That is called as niche, or we say that niche. Okay, so what is the answer? The functional role played by an organism where it lives. Next one, vertical distribution of different species occupying different level in a biotic community is called as stratification. Ecosystem page number 242 second paragraph 6th line നോക്കിയ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ട്രാറ്റിഫിക്കേഷൻ എന്താ? വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് ഓർഗാനിസം ഓക്യുപ്പൈങ് ഡിഫറെന്റ് ലെവൽ ആണ്. ദാറ്റ് ഇസ് കോൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ. ഫോറസ്റ്റ് വെച്ചിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. അല്ലേ മക്കളെ? ആൻസർ ചെയ്ത സ്ട്രാറ്റിഫിക്കേഷൻ ആണ്, മറക്കരുത് കേട്ടോ. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് ഓർഗാനിസം occupying different species is called different level in a biotic community is called as stratification. Okay, so moving to next one, the mass of living material at a trophic level at a particular time is called as. അല്ലെ, living material എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് ക്രോപ്പ് ആണ്. പേജ് നമ്പർ 247 സെക്കൻഡ് പാരഗ്രാഫ് സെക്കൻഡ് ലൈൻ നോക്കി വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. what do you mean by standing crop? The mass of living material that are present in a particular area at a particular time is called standing crop. ഇതേ സ്ഥലത്ത് സ്റ്റാൻഡിങ് സ്റ്റേറ്റ് ചെയ്താ the nutrients that are present in the soil non living matters ആണ്. If it is a non-living matter or nutrient that are present in the soil, it is called a standing state. അപ്പോൾ standing crop ഉം പഠിച്ചു, standing state ഉം പഠിച്ചു. Clear? So moving to next one. In an ecosystem, the rate of production of organic matter during photosynthesis termed as. വ്യക്തമായിട്ട് നോക്കിയേ, rate of production of organic matter during photosynthesis എന്നുള്ള ടേം മാത്രമേ കാണുള്ളൂ. The answer is gross primary productivity. അല്ലേ? 3 ടേം ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണെങ്കിൽ നമുക്ക് ഏരിയ എന്നുള്ള ടേം കാണാം, ടൈം എന്നുള്ള ടേം കാണാം, ഫോട്ടോസിന്തസിസ്. ഏരിയ, ടൈം, ഫോട്ടോസിന്തസിസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം ആൻസർ ചെയ്തുകൊള്ളുക അത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ് കേട്ടോ. ഫോട്ടോസിന്തസിസ് എന്നുള്ള ടേം മാത്രം വരികയാണെങ്കിൽ അത് ഏതാ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. ഇനി NPP എന്താ? GPP മൈനസ് R, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേറ്ററി എനർജി is called as നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ക്ലിയർ ആണോ? സോ ആൻസർ ഇവിടെ ഫോട്ടോസിന്തസിസ് ഉള്ള ടേം മാത്രം കാണുന്നത് ഏത് ആൻസർ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എക്സാക്ട്ലി. So next one, of the total incident solar radiation, the proportion of PAR is less than 50%. എത്രയാ മക്കളെ? Less than 50%. നമ്മൾ എന്ത് പറയാ? PAR. PAR stands for photosynthetically active radiation. അതും ഇൻട്രസ്റ്റ് വന്നെയാണ്. പാറിന്റെ എക്സ്പാൻഷൻ എന്താ? photosynthetically active radiation. എത്രയാ? Less than 50% of incident solar
radiation. Next one. The biomass available for the consumption by herbivores and decomposers are called as net primary productivity. As you know that എന്താ എല്ലാ ആൾക്കാർക്കും അല്ലെ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തു ഫുഡ് GPP ഉണ്ടാക്കി അവരെ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിച്ച് ബാലൻസ് NPP ആണ് അവരുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത്. NPP ആണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ്. അതാണ് മറ്റുള്ള ആൾക്കാർക്ക് അവൈലബിൾ ആവുന്നത്. അപ്പൊ എല്ലാ ഹെർബിവോസിനും ഡീകമ്പോസിനും അവൈലബിൾ ആയിട്ടുള്ള എനർജി ഏതാ ചോദിച്ചാൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. സോ ദിസ് ഇസ് അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് കെയിം ഫ്രം ഇക്കോ സിസ്റ്റം. ഓക്കെ, ആൻഡ് എനിവേ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. നാളെ നിങ്ങൾ സക്സസ് ചെയ്യാം. ഓക്കെ, ഹായ് മക്കളെ. അപ്പോൾ നമ്മൾ നീറ്റ് മെഗാ മാരത്തോണിൻ്റെ അടുത്ത സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ബോട്ടണിയുടെ അടുത്ത 2 ചാപ്റ്റേഴ്സിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിയ ഒന്നാമത്തെ ചാപ്റ്റർ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. +1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് പ്യുവർ ബോട്ടണിയിലെ. അതിലെ ഓരോ ക്വസ്റ്റ്യൻസിലേക്കുമാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മെറിസ്റ്റമാറ്റിക് ബഡ്സ് പ്രസന്റ് ഇൻ ദ ആക്സിൽ ഓഫ് ലീവ്സ് ഫോംഡ് ഫ്രം. അതായത് ലീഫിന്റെ ആക്സിലിൽ വരുന്ന ബഡുകളുടെ ഫോർമേഷൻ ഏത് ടൈപ്പ് മെറിസ്റ്റത്തിൽ നിന്നാണ്? ബേസിക് അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എപ്പിക്കൽ, ഇന്റർകാലറി, ലാറ്ററൽ. അപ്പൊ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് പോകാം മക്കളെ. ഇറ്റ് ഈസ് എപ്പിക്കൽ മെറിസ്റ്റം ആണ്. ഓക്കെ ആണോ? NCERT ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന അതേ പോയിന്റ് ആണ്. Then second question, the meristematic layer from which epidermal formation takes place. അപ്പോൾ ഇത് ടെസ്റ്റിലെ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഏതോ മെരിസ്റ്റമാറ്റിക് ലെയറിൽ നിന്നുമാണ് എപ്പിഡെർമൽ എന്ന് പറയുന്ന ലെയറിന്റെ ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത് എങ്കിൽ ഏതാണ് ആ മെരിസ്റ്റമാറ്റിക് ലെയർ? അപ്പോ നമുക്ക് ആൻസറിലേക്ക് ചെല്ലണം. ഇറ്റ് ഈസ് പ്രോട്ടോഡേം. എന്താ മക്കളെ? ആൻസർ ബി ആണ്, പ്രോട്ടോഡേം. എപ്പിഡെർമൽ എന്ന് പറയുന്ന എൻറ്റയർ ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടായിരിക്കുന്ന മെരിസ്റ്റമാറ്റിക് ലെയർ പ്രോട്ടോഡേം. ഓക്കെ അല്ലയോ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. സെലക്ട് ദ കറക്റ്റ് ഇനിഷ്യൽസ് ഫ്രം വിച്ച് കറസ്പോണ്ടിങ് ഏരിയ ഫോർമേഷൻ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നോക്കി, കറക്റ്റ് ഇനിഷ്യൽസ് ഹിയർ മീൻസ് എന്താണ്? മെരിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവിടെ ഇനിഷ്യൽസ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ട് ഏതാണെന്നാ ചോദ്യം. കാലിപ്ട്രോജൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മെരിസ്റ്റത്തിൽ നിന്നാണ് റൂട്ട് ക്യാപ്പിന്റെ ഫോർമേഷൻ. പ്ലീറോം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് ഇനിഷ്യൽസിൽ നിന്നുമാണ് സെൻട്രൽ സിലിണ്ടർ അല്ലെങ്കിൽ സ്റ്റീൽ എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരിക്കുന്നത്. പെരിബ്ലം എന്ന് പറയുന്ന മെരിസ്റ്റമാറ്റിക് ഇനിഷ്യലിൽ നിന്നുമാണ് കോർട്ടക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ഉണ്ടായിരിക്കുന്നത്. തന്നിരിക്കുന്ന ഈ ഓപ്ഷൻസിൽ എല്ലാം ശരിയാണ്. അപ്പോൾ ആൻസർ ഡി വന്നു. ഓൾ ആർ കറക്റ്റ്. മനസ്സിലായ മക്കളെ? ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ദ മെരിസ്റ്റം വിച്ച് റീജനറേറ്റ് ദ റിമൂവ്ഡ് പാർട്ട് ഓഫ് പ്ലാന്റ് ബൈ ഗ്രേസിംഗ് ഹെർബിവോസ്. അപ്പൊ ഹെർബിവോസിന്റെ ആക്ടിവിറ്റി മൂലം നഷ്ടമായിട്ടുള്ള ഭാഗങ്ങൾ പുതുതായി ഉണ്ടാകുന്നു എങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് മെരിസ്റ്റം ആണ്? അത് ഒരു പ്രൈമറി ടൈപ്പ് മെരിസ്റ്റം ആണ്. അതിന് എക്സാമ്പിൾ അല്ലെങ്കിൽ ആൻസറിലേക്ക് ഏതാ വരുന്നത്? ഇറ്റ് ഈസ് ഇന്റർകാലറി മെരിസ്റ്റം ആണ്. NCERT അതേ സെന്റൻസ് തന്നിരിക്കുന്നത്, ഇന്റർകാലറി മെരിസ്റ്റം. ഇതിൽ ഏതാണ് പ്രൈമറി ഏതാണ് സെക്കൻഡറി നമുക്ക് അറിയാമല്ലോ. എപ്പിക്കലും ഇന്റർകാലറിയും എന്താണ്? പ്രൈമറി, ലാറ്ററൽ എന്ന് വെച്ചാൽ എന്താ? സെക്കൻഡറി. ഓക്കെ, നാലാമത്തെ ദിവസം നോക്കി. വിച്ച് മെരിസ്റ്റം പ്രൊഡ്യൂസ് ദ ഡെർമൽ ഫണ്ടമെന്റൽ വാസ്കുലാർ ടിഷ്യൂസ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് പ്രൈമറി പ്ലാന്റ് ബോഡി. പ്രൈമറി പ്ലാന്റ് ബോഡിയുടെ ഫോർമേഷൻ സമയത്ത് ഡെർമൽ ഫണ്ടമെന്റൽ വാസ്കുലാർ ടിഷ്യൂസിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് മെരിസ്റ്റത്തിൽ നിന്നാണ്? ആൻസർ എന്താ മക്കളെ? എപ്പിക്കൽ മെരിസ്റ്റം ആണ്. എന്താണ്? എപ്പിക്കൽ മെരിസ്റ്റം. ഓക്കെ അല്ലയോ? ക്ലിയർ അല്ലയോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ വാൾ തിക്കനിങ് ഓഫ് നട്ട്സ്, സീഡ് കോട്ട് ഓഫ് ലെഗ്യൂംസ്. അപ്പൊ നമുക്കറിയാം ലെഗ്യൂംസിന്റെയും ഈ നട്ട്സിന്റെയും ഒക്കെ ഈ വാൾ തിക്കനിങ് എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്ന പ്രധാനപ്പെട്ട ടിഷ്യൂ എന്ന് പറയുന്നത് സ്ക്ലീറീഡ്സ് ആണ്. ആ സ്ക്ലീറീഡിന്റെ വാൾ തിക്കനിങ് എന്താ മക്കളെ? സ്ക്ലീറീഡ്സ് എന്ന് വെച്ചാൽ സ്ക്ലീറൻ കൈമാ സെല്ലുകളല്ലയോ? അപ്പോ നമുക്കറിയാം ഇറ്റ് ഈസ് ലിഗ്നിൻ ആണ്. എന്താണ്? ലിഗ്നിൻ. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? യെസ്. അടുത്തത്, which among the following are incorrect relate with the parenchyma.
പാരൻകൈമയുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് കഴിഞ്ഞാൽ തെറ്റായിട്ട് ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ നോക്കാം. ഫുഡ് സ്റ്റോറേജ്, സൈലം പാരൻകൈമയുടെ ഫംഗ്ഷൻ എന്താ മക്കളെ? ഫുഡ് സ്റ്റോറേജ്. റേഡിയൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, റേ പാരൻകൈമയാണ്. ശരിയാണ്. പ്രഷർ ഗ്രേഡിയന്റ്, കമ്പാനിയൻ സെൽസ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലൈസ്ഡ് പാരൻകൈമ സെല്ലാണെന്ന NCERT വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തെറ്റായിട്ടൊന്നുമില്ലല്ലോ. അപ്പോ ഓൾ ആർ കറക്റ്റ്. ആൻസർ എന്താ മക്കളെ? ഡി ആണ്. ഓക്കെ അല്ലയോ? ശരിയല്ലയോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ പിറ്റ് ഈസ് സ്മോൾ ഓർ ഇൻകോൺസ്പിക്യൂസ് ഇൻ. അപ്പൊ ക്രോസ് സെക്ഷൻ പഠിച്ചപ്പോ ഏത് ടൈപ്പ് ക്രോസ് സെക്ഷനകത്താണ് പിത്തിന്റെ ആ ഒരു ഭാഗം വളരെ ചെറുത് അല്ലെങ്കിൽ ഇൻകോൺസ്പിക്യൂസ് എന്ന് പറയുന്നത്? അപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഡൈക്കോട്ട് റൂട്ട് ആണ്. എന്താ മക്കളെ? ഡൈക്കോട്ട് റൂട്ട്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ വലിയ പിത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോണോക്കോട്ട് റൂട്ടാണ്. ഇവിടെ ചോദ്യം സ്മോൾ എന്നാണ്. അപ്പൊ എന്താണ്? ഡൈക്കോട്ട് റൂട്ടാണ്. ആൻസർ ബി. Which among the following structures present in dicot stem? ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമുക്ക് കാണാൻ പറ്റും മക്കളെ? നോക്കാം. സ്റ്റാർച്ച് ഷീത്ത്. ശരിയല്ലയോ? ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ എൻഡോഡെർമിസിൽ സ്റ്റാർച്ചിന്റെ ഡെപ്പോസിഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർച്ച് ഷീത്ത്. ബണ്ടിൽ ക്യാപ്പ്. ഓരോ ബണ്ടിലും എടുത്താൽ ബണ്ടിലിന്റെ മുകളിലായിട്ട് ഒരു സ്ക്ലീറൻകൈമാറ്റസ് പാച്ചസ് പോലെ ഒരു ബണ്ടിൽ ക്യാപ്പ് കാണാൻ പറ്റും. ബണ്ടിൽ ഷീത്തോ മോണോകോട്ട് സ്റ്റെമ്മിന്റെ ബണ്ടിലിനെ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ടാണ് ബണ്ടിൽ ഷീത്ത്. അപ്പൊ ബണ്ടിൽ ഷീത്ത് വരില്ല. ഇവിടെ ഡൈക്കോട്ട് സ്റ്റെം ആയതുകൊണ്ട് സ്റ്റാർച്ച് ഷീത്തും ബണ്ടിൽ ക്യാപ്പും വരുന്നു. ആൻസർ എന്ത് വന്നു? ഡി. ബോത്ത് എ ആൻഡ് ബി. ഓക്കെ ആണോ മക്കളെ? മനസ്സിലായോ? അടുത്ത നോക്കി. ലൂസിലി അറേഞ്ച്ഡ് സ്പെഷ്യൽ സെൽസ് പ്രസന്റ് ഇൻ ലെൻഡിസെൽസ്. അപ്പൊ വലിയ മരങ്ങളുടെ ബാർക്കിൽ കാണുന്ന സ്ക്രാച്ചുകളാണ്, ഓപ്പണിംഗ് ആണ് ലെൻഡിസെൽസ്. ലെൻഡിക്കുലാർ ട്രാൻസ്പിറേഷനും ഗേഷ്യസ് എക്സ്ചേഞ്ചിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അത്തരം ഓപ്പണിംഗ്സിന്റെ ഉള്ളിൽ കാണുന്ന ലൂസിലി അറേഞ്ച്ഡ് ആയിട്ടുള്ള പാരൻകൈമ ലൈക്ക് സെൽസിനെ വിളിച്ച പേരെന്താ മക്കളെ? അതിനെ വിളിച്ച പേര് അസസറി സെൽസ് എന്നാണോ കോംപ്ലിമെന്ററി സെൽസ് എന്നാണോ? അതിന് വിളിച്ച പേരെന്താണ്? കോംപ്ലിമെന്ററി സെൽസ് എന്നാണ്. അപ്പോ സബ്സിഡറി സെൽസിന്റെ മറ്റൊരു പേരാണ് എന്ത്? അസസറി സെൽസ്. അപ്പൊ തെറ്റിച്ചു കളയരുത്. ആൻസർ ഇവിടെ ഡി ആണ്. ലെൻഡിസെൽസിന്റെ ഉള്ളിൽ കാണുന്ന ലൂസിലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സെല്ലിനെ വിളിച്ച പേര് കോംപ്ലിമെന്ററി സെൽസ്. ഓക്കെ അല്ലയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വാസ്കുലാർ കേംബിയം ഇൻ ഡൈക്കോട്ട് സ്റ്റെം ഈസ്. ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ സ്റ്റീലാർ റീജിയനിൽ ഉണ്ടാകുന്ന വാസ്കുലാർ കേംബിയത്തിന്റെ കണ്ടീഷൻ എന്താ? അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ പാർഷ്യലി സെക്കൻഡറി ആണോ പാർഷ്യലി പ്രൈമറി ആൻഡ് സെക്കൻഡറി ആണോ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷനകത്ത് ആദ്യം ഓൾറെഡി ഒരു ബണ്ടിൽ സ്ട്രിപ്പ് ഉണ്ട്, അത് ഇൻട്രാ ഫിസിക്കുലാർ ആണ്, അത് പ്രൈമറിയും. അതിനുശേഷം സെക്കൻഡറി ഗ്രോത്ത് സമയത്ത് ബണ്ടിലുകളുടെ ഇടയിൽ ഒരെണ്ണം ഉണ്ടാകും, അതിനെ ഇന്റർ ഫിസിക്കുലാർ കേംബിയം എന്നാണ് പറയുന്നത്. അപ്പൊ അത് സെക്കൻഡറി ടൈമിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് പാർഷ്യലി പ്രൈമറി ആൻഡ് സെക്കൻഡറി. ആൻസർ എന്ത് വന്നു? ഡി വന്നു. ഇവിടെ പാർഷ്യലി പ്രൈമറി എന്ന് പറയുന്നതിനെ ഇൻട്രാ ഫിസിക്കുലാർ എന്നും പാർഷ്യലി സെക്കൻഡറി എന്ന് പറയുന്നതിനെ ഇന്റർ ഫിസിക്കുലാർ എന്നും മൊത്തത്തിൽ കേംബിയൽ റിംഗ് എന്നും പറയും. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ? ഓക്കെ, അടുത്ത നോക്കാം മക്കളെ. 11th question. Dicot root vascular cambium is completely. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ദാ ഡൈക്കോട്ട് സ്റ്റെം. എങ്കിൽ ഡൈക്കോട്ട് റൂട്ടിൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സെക്കൻഡറി ആണ് പറയുന്നത്. എന്താണ് കംപ്ലീറ്റ്ലി സെക്കൻഡറി? എന്തുകൊണ്ടാണ്? പ്രൈമറി സ്ട്രക്ചറൽ കേംബിയം ഇല്ല. സെക്കൻഡറി ഗ്രോത്ത് സമയത്ത് അവിടെ ഒരു വേവി കേംബിയൽ റിംഗ് ഉണ്ടാകും. ഒറിജിൻ എവിടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഇറ്റ് ഈസ് എ പെരിസൈക്കിൾ എന്ന് പറയണം. ഇനി രണ്ട് രീതിയിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുകയാണ്. ഇറ്റ് ഫ്രം inner to the phloem and between protoxylem and pericycle. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് NCERT ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആൻസർ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സെക്കൻഡറി എന്നാണ്. ആൻസർ എന്തോ മക്കളെ? ബി ആണ്. ഓക്കെ അല്ലയോ? അടുത്ത നോക്കേ. Which among the following process for the formation of co-cambium? അതായത് സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തിന് ശേഷം എക്സ്ട്രാ സ്റ്റീലാറില് കോർട്ടക്സ് റീജിയനില് ഒരു കേംബിയം ഉണ്ടാകുന്നു. അപ്പൊ കോർട്ടക്സ് റീജിയനിൽ കാണുന്ന സെല്ലുകൾ പാരൻകൈമാറ്റസ് ആണല്ലോ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത സെല്ലുകളാണ്, അതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഡി ഡിഫറൻസിയേഷൻ പ്രോസസ്സിലൂടെ പുതിയൊരു കേംബിയം ഉണ്ടായി. ആ കേംബിയത്തിനെ വിളിക്കുന്ന പേരാണ് കോർക്ക് കേംബിയം. അപ്പോൾ പ്രോസസ് എന്തായി മക്കളെ? ഇറ്റ് ഈസ് ഡി ഡിഫറൻസിയേഷൻ. ആൻസർ എന്ത് വന്നു?
ഡി വന്നു. ഓക്കെ അല്ലയോ? തിരിഞ്ഞു പോകരുത്. എന്താണ് ഡിവിഷൻ, ഡിഫറൻസിയേഷൻ, ഡി ഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ? ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഏജ് ഡിറ്റർമിംഗ് ടെക്നിക് ഓഫ് ട്രീസ് നോൺ ആസ്. അപ്പോൾ ട്രീസിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നമുക്ക് ഏജ് ഡിറ്റർമിൻ ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. ഡെൻഡ്രോക്രോണോളജി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അവിടെ ഓരോ വർഷവും പ്ലാന്റ്സിനകത്ത് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും ഉണ്ടാകുന്നു, ഏർലി വുഡും ലേറ്റ് വുഡും ഉണ്ടാകുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലാന്റിന്റെ ഏജിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സോ ഹിയർ ആൻസർ എന്ത് വന്നു? ഡെൻഡ്രോക്രോണോളജി. ഓക്കെ അല്ലയോ? 13 ആൻസർ എന്ത് വന്നു? ഡി. ഓക്കെ ആണോ മക്കളെ? യെസ്. കോർട്ടെക്സ് ഈസ് ദ റീജിയൻ ഫൗണ്ട് ബിറ്റ്വീൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ. കോർട്ടെക്സ് എവിടെയാണ് മക്കളെ കാണാൻ പറ്റുന്നത്? ഒന്ന് ഔട്ടർ എപ്പിഡെർമിസിന്റെയും ഉള്ളിൽ കാണുന്ന സ്റ്റീലാർ റീജിയന്റെയും ഇടയിലുള്ള ഭാഗമാണ് എന്താ? കോർട്ടെക്സ് എന്ന് പറയുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അത് ഹെറ്ററോജീനസ് ആണോ ഹോമോജീനസ് ആണോ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ കോർട്ടെക്സിന്റെ പൊസിഷൻ ആണ്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ എപ്പിഡെർമിസ് ആൻഡ് സ്റ്റീൽ. ആൻസർ ബി. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ ഇനിഷ്യേഷൻ ഓഫ് ലാറ്ററൽ റൂട്ട്സ്. അപ്പൊ നല്ല ക്വസ്റ്റ്യൻ. ലാറ്ററൽ റൂട്ട്സിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എവിടെ നിന്ന്? ലാറ്ററൽ റൂട്ട്സിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എപ്പോഴും പെരിസൈക്കിൾ ആണ്. ഓക്കെ. അപ്പോ ലാറ്ററൽ റൂട്ട്സിന്റെ ഒറിജിൻ പെരിസൈക്കിൾ ആണ്. റൂട്ടിൽ സെക്കൻഡറി ഗ്രോത്തിന്റെ ഒറിജിൻ ചോദിച്ചാലും പെരിസൈക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം ലാറ്ററൽ റൂട്ട്സ് എന്ന് പറയുന്നത് എൻഡോജീനസ് ആണ്. എന്താണ്? എൻഡോജീനസ്. ആൻസർ എന്ത് വന്നു മക്കളെ? സി ആണ് വന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ബാർക്ക് ഫോം ടുവേഴ്സ് ദ എൻഡ് ഓഫ് സീസൺ നോൺ ആസ്. അല്ലെ, ഒരു സീസണിന്റെ അവസാന കാലം ഉണ്ടാകുന്ന ബാർക്കിനെ എന്ത് വിളിച്ചു? അത് സോഫ്റ്റ് ബാർക്ക് ആണോ, ലേറ്റ് ബാർക്ക് ആണോ, ഹാർഡ് ബാർക്ക് ആണോ? ഇറ്റ് ഈസ് ലേറ്റ് ഓർ ഹാർഡ് ബാർക്ക്. അല്ലയോ? ലേറ്റ് അല്ലെങ്കിൽ ഹാർഡ് എന്നാ പറയുന്നത്. എങ്കിൽ ഏർലി എന്ന് പറയുന്ന രീതിയിലാണ് ഉണ്ടാവുന്നതെങ്കിലോ സോഫ്റ്റ് ആയാലേ. അപ്പോ ഇവിടെ ആൻസർ എന്ത് വന്നു? ബോത്ത് ബി ആൻഡ് സി. ഓക്കെ അല്ലയോ? മനസ്സിലായോ? അപ്പൊ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ഈസ് യുണീക്. എന്തുകൊണ്ട് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് യുണീക്? എന്താണ്? ദ പ്ലാന്റ് റീറ്റെയിൻ ദ കപ്പാസിറ്റി ഓഫ് unlimited growth. The plant can regenerate the same characters. There is no change of offspring's characters. And the answer A. The plant retain the capacity of unlimited growth. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്വാണ്ടിറ്റേറ്റീവ് കമ്പാരിസൺ ക്യാൻ ബി മെയ്ഡ് ബൈ. നമ്മൾ പ്ലാന്റ് ഗ്രോത്തിൽ എന്താണ് ഗ്രോത്ത് മെഷർ ചെയ്യാൻ പറ്റുമോ? ഏത് പാരാമീറ്റേഴ്സ്? പല ടൈപ്പ് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. ഇവിടെ ചോദ്യം ക്വാണ്ടിറ്റേറ്റീവ് കമ്പാരിസൺ ക്യാൻ ബി മെയ്ഡ് ബൈ രണ്ട് രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ്, അതായത് മൊത്തത്തിൽ എത്രമാത്രമാണ് ഗ്രോത്ത് നടന്നത്. ഇനി ഇനീഷ്യൽ വാല്യൂമായി കമ്പയർ ചെയ്തു, റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്. അപ്പോ എയും ബിയും ഓപ്ഷൻ ആയിട്ട് വരും. ആൻസർ എന്ത് വന്നു? സി. ബോത്ത് എ ആൻഡ് ബി ക്വാണ്ടിറ്റേറ്റീവ് കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സെൽസ് പ്രോക്സിമൽ ടു ദ ഫേസ് ഓഫ് ഇലോങ്ങേഷൻ ഷോ. അപ്പോൾ ഇലോങ്ങേഷൻ ഫേസിന്റെ പ്രോക്സിമൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റേജ് സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂട്ടിനെ, സോൺസിനെ കുറിച്ച്. മെച്ചുറേഷൻ, ഇലോങ്ങേഷൻ, അതുപോലെ മെരിസ്റ്റമാറ്റിക്, റൂട്ട് ടിപ്പ്, റൂട്ട് ക്യാപ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ സോ ഹിയർ ഇവിടെ ആൻസർ വന്നത് എന്താ മക്കളെ? മെച്ചുറേഷൻ ഫേസ് ആണ് ഇലോങ്ങേഷന്റെ പ്രോക്സിമൽ ആയി നമുക്ക് കാണാൻ പറ്റുന്നത്. എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ഫോർ പ്ലാന്റ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്സ്. അപ്പൊ നമുക്കറിയാം പ്ലാന്റ് ഗ്രോത്തിനകത്ത് പ്ലാന്റ് ഡെവലപ്മെന്റിന് രണ്ട് ടൈപ്പ് ഫാക്ടേഴ്സ് ആണ്. എക്സ്ട്രിൻസിക്, ഒന്ന് ഇൻട്രിൻസിക്. എക്സ്ട്രിൻസിക് മറ്റൊരു പേരെന്താണ്? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഇൻട്രിൻസിക്കിന് മറ്റൊരു പേരെന്താണ്? പ്ലാന്റ് ഫാക്ടേഴ്സ്. എക്സ്ട്രിൻസിക്കിനകത്ത് വരുന്നതാണ് ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക്കിനകത്ത് ഇൻട്രാ ഫാക്ടറും വരും, ഇന്ററും വരും. അവിടെ ഇൻട്രായിൽ വരുന്നത് ജനറ്റിക് ഫാക്ടേഴ്സും ഇന്ററിൽ വരുന്നത് ഹോർമോണുമാണ്. ഇവിടെ ആൻസർ വരുന്നത് ഡി ആർ ഓഫ് ദിസ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. N6 ഫർഫുറൈൽ അമിനോപ്യൂരിൻ ഈസ് വിച്ച് ഡെറിവേറ്റീവ്. എന്തിന്റെ ഡെറിവേറ്റീവ് മക്കളെ? ഇവിടെ N6 ഫർഫുറൈൽ അമിനോപ്യൂരിൻ എന്ന് പറയുന്നത് ഇൻഡോർ കോമ്പൗണ്ട്സ് ആണോ? അല്ല. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിൻസ്, അഡിനിൻസ് ആണോ? ശരിയാണ്. ടെർപൈൻസ് ആണോ? അല്ല. കാരോട്ടിനോയിഡ്സ് ആണോ? അല്ല. അപ്പൊ ഇവിടെ എന്താ ആൻസർ വരുന്നത്? ഹിയർ ഇറ്റ് ഈസ് ബി. അഡിനിൻ ആണ് N6 ഫർഫുറൈൽ അമിനോപ്യൂരിൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇൻ പ്ലാന്റ്സ് the apical bud inhibits the growth of lateral bud. This phenomena is called. അല്ലയോ? എപ്പിക്കൽ ബഡ് മറ്റൊന്നിന്റെ വളർച്ചയെ എന്താണ്?
ഇൻഹിബിറ്റ് ചെയ്യുന്നു. വിളിച്ച പേര് എപ്പിക്കൽ ഡോമിനൻസ് എന്നാണ്. എന്താ മക്കളെ? എപ്പിക്കൽ ഡോമിനൻസ്. അതിന് കാരണമായ ഹോർമോൺ അറിയാമല്ലോ, ഓക്സിൻ ആണ് അല്ലെ. അതിന് ബ്രേക്ക് ചെയ്യുന്നതാണ് ആളാണ് ആര്? സൈറ്റോകൈനിൻ. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? എപ്പിക്കൽ ഡോമിനൻസ്. ഓക്കെ ആണല്ലോ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ ഹോർമോൺ വിച്ച് ഇംപ്രൂവ് ഫ്രൂട്ട് ഷേപ്പ്, അതായത് ഫ്രൂട്ടിന്റെ ഷേപ്പ്, അതിന്റെ ഇലോങ്ങേഷൻ, ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദ്യം. ആ ഹോർമോൺ ആണ് ആര്? ഗിബറലിൻ. ടെക്സ്റ്റില് എക്സാമ്പിൾ സഹിതം കൊടുത്തിട്ടുണ്ട്. ആപ്പിളിന്റെ കേസില് അല്ലയോ, അതിന്റെ ഫ്രൂട്ട് ഷേപ്പ് ഇംപ്രൂവ് ചെയ്യാൻ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഹോർമോൺ ആണ് എന്താ? ഗിബറലിൻസ്. ഓക്കെ ആണല്ലോ. ഡാഷ് ഹസ്റ്റൻസ് ഫ്രൂട്ട് റൈപ്പനിങ് ഇൻ ആപ്പിൾസ്. ആപ്പിൾസിൽ ഫ്രൂട്ട് റൈപ്പനിങ്ങിനെ ത്വരിതപ്പെടുത്തുന്ന കൂട്ടുന്ന ഹോർമോൺ ഏത് എന്നതാണ് ചോദ്യം. അതേ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, എത്തിഫോൺ ആണ്. എന്താണ്? എത്തിഫോൺ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഫ്രൂട്ട് റൈപ്പിങ്ങിനെ ഒന്ന് അതിന്റെ വേഗത കൂട്ടുന്നു എന്ന മീനിങ്ങിൽ മാത്രമാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഡാഷ് പ്രൊമോട്ട് ന്യൂട്രിയൻ മൊബിലൈസേഷൻ. അപ്പൊ ന്യൂട്രിയൻ മൊബിലൈസേഷനെ സഹായിക്കുന്ന ഹോർമോൺ ഏതാ മക്കളെ? സൈറ്റോകൈനിൻ. അങ്ങനെ ന്യൂട്രിയൻ മൊബിലൈസേഷനെ സഹായിച്ചാൽ വിച്ച് ഹെൽപ്പ് എന്താണ്? ഡിലേ ലീഫ് സെനസെൻസ്. അപ്പൊ ഇവിടെ സൈറ്റോകൈനിൻ ന്യൂട്രിയൻ മൊബിലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുകയും അതുവഴി ലീഫിന്റെ ഏജിങ്ങിനെ എന്ത് ചെയ്തു? ഡിലേ ചെയ്യുന്നു എന്നതാണ് ആൻസർ. എന്ത് വന്നു? ബി വന്നു. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കി. promote rapid internode elongation in deep water rice plants. സ്റ്റാർട്ട് കയറി ഗിബറിനെ എഴുതരുത്. ഇവിടെ ചോദ്യം ഇലോങ്ങേഷൻ ഇൻ ഡീപ് വാട്ടർ റൈസ് പ്ലാന്റ്സ് എന്നാണ്. അപ്പോ ആൻസർ വരുന്നത് എത്തിലീൻ ആണ്. എന്താ മക്കളെ? എത്തിലീൻ. ഡാഷ് പ്രൊമോട്ട് റാപ്പിഡ് ഇന്റർനോഡ് ഇലോങ്ങേഷൻ ഇൻ ഡീപ് വാട്ടർ റൈസ് പ്ലാന്റ്സ് എന്നാണ് ചോദ്യം. അപ്പോ എത്തിലീൻ. അടുത്തത് ഡാഷ് പ്രൊമോട്ട് റാപ്പിഡ് ഇന്റർനോഡ് ഇലോങ്ങേഷൻ ഇൻ പ്ലാന്റ്സ് വിത്ത് റോസറ്റ് ഹാബിറ്റ്. അല്ലയോ, ഇപ്പൊ റോസറ്റ് ആയിട്ടുള്ള പ്ലാന്റുകളിൽ ബോൾട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് കാരണമാകുന്ന ഹോർമോൺ ഏത്? അതാണ് ഗിബറലിൻ എന്ന് പറയുന്നത്. അപ്പോ ആൻസർ എന്ത് വന്നു? ബി വന്നു. തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചു അത് എത്തിലീൻ. അതെവിടെയാണ്? സി റൈസ് പ്ലാന്റ്സില് വാട്ടറിന്റെ താഴെയാണെങ്കിൽ അത് ഇന്റർനോഡൽ ഇലോങ്ങേഷൻ സഹായിക്കുന്നു. ഇവിടെ റോസറ്റ് പ്ലാന്റ്സിൽ ബോൾട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ സഹായിക്കുന്നത് ഗിബറലിൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ റൈസ് ഇൻ ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഡ്യൂറിംഗ് ഫ്രൂട്ട് റൈപ്പനിങ് കാൾഡ്. ഫ്രൂട്ട് പാകമാകുമ്പോൾ അതിനകത്ത് നടക്കുന്ന റെസ്പിറേഷൻ റേറ്റ് കൂടുതലാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്ത്? സാൾട്ട് റെസ്പിറേഷൻ ആണോ? അല്ല, അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ റൂട്ട് ഹെയർ ചെയ്യുന്നതാണ്. ഫ്രൂട്ട് ഫെർമെന്റേഷൻ ആണോ? അല്ല, റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്സ്. ഇതാണ് ആൻസർ അല്ലയോ. ഫ്രൂട്ട് റൈപ്പനിങ്ങിനകത്തെ റേറ്റ് റെസ്പിറേഷൻ റേറ്റ് കൂടുതലാണെങ്കിൽ വിളിച്ച പേരാണ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. ഓക്കെ ആണല്ലോ മക്കളെ. അടുത്ത നോക്കി. ഹോർമോൺസ് വിച്ച് യൂസ് ടു പ്രൊമോട്ട് ആൻഡ് ഇനിഷിയേറ്റ് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ. അപ്പൊ പൈനാപ്പിൾസിനകത്ത് ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ഓക്സിനും അതിനെ ഇനിഷിയേറ്റ് ചെയ്യുന്ന ഹോർമോൺ എത്തിലീനുമാണ്. ആൻസർ എന്ത് വന്നു മക്കളെ? എ ആണല്ലോ. തെറ്റിച്ചു കളയാലും. അത് പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്സിനും ഇനിഷിയേറ്റ് ചെയ്യുന്ന ആരാണ്? എത്തിലീനുമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വൈ ഈസ് ABA കാൾഡ് സ്ട്രെസ് ഹോർമോൺ? അല്ലെ, ABA സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? നോക്കാം. സ്റ്റിമുലേറ്റ് ദ ക്ലോസർ ഓഫ് സ്റ്റൊമാറ്റ. അത് ശരിയാണ്. അതായത് അറ്റ്മോസ്ഫിയറിലെ കണ്ടീഷൻ നെഗറ്റീവ് ആകുമ്പോഴത്തേനും ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാനും വേണ്ടി പെട്ടെന്ന് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യാൻ സഹായിക്കുന്നു. വിച്ച് മീൻസ് ഇൻക്രീസ് ടോളറൻസ് ഓഫ് പ്ലാന്റ് ടു വേരിയസ് കൈൻഡ് ഓഫ് സ്ട്രെസ്സസ്. അപ്പോൾ എയും ബിയും ശരിയല്ലയോ? അപ്പൊ സ്ട്രെസ്സസ്, എൻവയോൺമെന്റിലുള്ള സ്ട്രെസ്സസിന് എതിരെ പ്ലാന്റിന് കൃത്യമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എന്ന രീതിയിൽ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിച്ചു. ആൻസർ സി, ബോത്ത് എ ആൻഡ് ബി ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഡാഷ് പ്രിവെന്റ്സ് പ്രിക്കോഷ്യസ് റീപ്രൊഡക്റ്റീവ് ഡെവലപ്മെന്റ് ലേറ്റ് ഇൻ ഗ്രോയിങ് സീസൺസ്. അപ്പോ പ്രീക്കോഷ്യസ് റീപ്രൊഡക്റ്റീവ് ഡെവലപ്മെന്റിനെ പ്രിവെന്റ് ചെയ്യുന്നത് ഏത് പ്രോസസ്സാണ്? ഫോട്ടോ പീരിയോഡിസം ആണോ? അല്ല, അത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടാണ്. എപ്പിക്കൽ ഡോമിനൻസ് ആണോ? അത് ഓക്സിൻ ആണ് ചെയ്യുന്നത്. ഡീകാപ്പിറ്റേഷൻ ആണോ? അത് നമ്മൾ റിമൂവ് ചെയ്യുന്നു. അപ്പൊ എപ്പിക്കൽ ഡോമിനൻസിനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ അതല്ല, വേർണലൈസേഷൻ ആണ്. അല്ലെ, എന്താണ് വേർണലൈസേഷൻ എന്ന് പറയുന്നത്? ഏർലി ഫ്ലവറിംഗ് ആണ്. അതായത് സീഡിനെ ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്ത് ഏർലി ഫ്ലവറിംഗിന് വിധേയമാക്കാം. അങ്ങനെ പ്രിവെന്റ്സ് പ്രീക്കേഷ്യസ് റീപ്രൊഡക്റ്റീവ് ഡെവലപ്മെന്റ് ലേറ്റ് ഇൻ ഗ്രോയിങ് സീസൺ. അപ്പൊ ആൻസർ എന്ത് വന്നു മക്കളെ? ഡി ആണ്, വേർണലൈസേഷൻ ആണ് ആൻസർ.
14 നോക്കി, ഇൻ മോസ്റ്റ് സിറ്റുവേഷൻസ് ഡാഷ് ആക്ട് ആൻഡ് ആന്റഗോണിസ്റ്റിക് ടു ഗിബർലിക് ആസിഡ്. സാധാരണഗതിയിൽ ഗിബർലിക് ആസിഡിന് ആന്റഗോണിസ്റ്റിക് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഏത് ഹോർമോൺ ആണെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അത് അബ്സിസിക് ആസിഡ് ആണ്. ഫൈറ്റോ ഹോർമോൺസ് ആന്റഗോണിസ്റ്റിക് ആയിട്ടും സൈനജസ്റ്റിക് ആയിട്ടും ആക്ട് ചെയ്യുമെന്നറിയാം. ഇവിടെ ചോദ്യം അബ്സിസിക് ആസിഡ് ആക്ട് ഓൾവേസ് എങ്ങനെയാണ് ആന്റഗോണിസ്റ്റിക് ടു ഗിബർലിക് ആസിഡ്. ഒന്നിന് വിപരീതമായിട്ട് അടുത്തത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ദിവസം നോക്കിയ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. IAA നമുക്കറിയാമല്ലോ എന്താണ് ഇൻഡോൾ കോമ്പൗണ്ട്. കൈനെറ്റിൻ എന്താ മക്കളെ അഡിനിൻ ഡെറിവേറ്റീവ്സ് ആണ്. ABA കരോട്ടിനോയിഡ്സ് ആണല്ലോ. GA3 എന്താണ് ടെർപീൻസ് ആണ്. അപ്പോ സിമ്പിൾ ആയിട്ട് മാച്ച് ദ ഫോളോയിങ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. A ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ചാപ്റ്ററിന്റെ 15 ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളത്തെ എക്സാമിന് വേണ്ടി എല്ലാവർക്കും ഒരു വിഷസ് പറയുകയാണ്. എല്ലാം സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. Hi students, good evening to everybody and once again welcome to this section Mega Marathon of Biology. Okay, മക്കളെ നിങ്ങൾ രാവിലെ മുതൽ ഒരുപാട് സമയം ഇങ്ങനെ കാത്തിരുന്നതാണ്, ഒരുപാട് സമയം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഏകദേശം 35ഓളം ചാപ്റ്റർ ബയോളജിയിൽ കഴിഞ്ഞിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് വരുന്നത് കുറഞ്ഞ ചാപ്റ്റേഴ്സ് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ 21ാമത്തെയും 22ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് ബാക്കിയുള്ളത് ബയോളജിയിൽ NCERT ബുക്കിൽ ന്യൂറൽ കൺട്രോൾ ആൻഡ് കെമിക്കൽ കോർഡിനേഷൻ. ഓക്കെ മക്കളെ, ഉഷാറല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. എന്താണ് ന്യൂറൽ കൺട്രോളിലെ ഗുഡ് ഈവനിങ് ടു എവരിബഡി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം അല്ലേ? നിങ്ങൾ ഇത്രയും ഇപ്പോഴും എനർജറ്റിക് ആണെന്ന് പറയുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. ഓക്കെ, ആ എനർജിയുടെ ലെവൽ നിങ്ങൾ കീപ്പ് ചെയ്യണം. ഓക്കെ, in a medullated nerve fiber, the conduction of impulse is faster due to the presence of എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, പെരിസൈറ്റ്സ് ഉണ്ട്, എൻറ്റോന്യൂറിയം ആൻഡ് എപ്പിന്യൂറിയം എന്നുണ്ട്, മൈലിൻ ഷീത്ത് ആൻഡ് നോഡ് ഓഫ് റാൻവിയർ എന്നുണ്ട്, നിസിൽസ് ഗ്രനിയോൾ എന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഉത്തരം എന്താണെന്നുള്ളത് അല്ലേ? അതായത് മെഡുലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൈലിനേറ്റഡ് ന്യൂറോൺ. 2 ടൈപ്പ് ന്യൂറോൺസ് ഉണ്ട്. അത് ഒന്നിന്റെ മേലെ മൈലിൻ ഷീത്ത് ഉണ്ടാവും, ഒന്നിന്റെ മേലെ മൈലിൻ ഷീത്ത് ഉണ്ടാവില്ല. അതായത് മൈലിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡുലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു നെർവ് ഫൈബറിലൂടെ കണ്ടക്ഷൻ ഫാസ്റ്റ് ആണെന്ന് പറയാൻ കാരണം എന്താ? യു നോ ഇറ്റ് വാസ് മൈലിൻ ഷീത്ത് ആൻഡ് ഓൾസോ ദ നോഡ് ഓഫ് റാൻവിയർ. നിങ്ങൾ കേട്ടിട്ടുണ്ട് സൾട്ടേറ്ററി പ്രൊപ്പഗേഷൻ. ഒരു നോഡിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ജമ്പിങ്, സൾട്ടേറ്ററി പ്രൊപ്പഗേഷൻ. സോ 3 is the right answer. അതിനകത്ത് നമ്മൾ ഈ പെരിസൈറ്റ്സും എൻറ്റോന്യൂറിയവും എപ്പിന്യൂറിയവും നിങ്ങൾ പലപ്പോഴും NCERT ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. എങ്കിലും നമ്മൾ പെരിസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ബ്ലഡ് വെസൽസിലൊക്കെ കാണുന്ന നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണെങ്കിൽ അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഒക്കെ ആവുന്ന ഒരു സെൽസ് ആണത്. പിന്നെ അതേപോലെ തന്നെ എൻറ്റോന്യൂറിയം, എൻറ്റോ മീൻസ് ഇൻസൈഡ് ആൻഡ് എപ്പി മീൻസ് ഔട്ട്സൈഡ് അല്ലെ? ഇപ്പോ എപ്പിന്യൂറിയം എന്ന് പറഞ്ഞാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ കാണുന്ന ഔട്ടർ കവറിംഗ് ആണ്. അതേപോലെ തന്നെ എൻറ്റോന്യൂറിയം എന്ന് പറഞ്ഞാൽ ഇൻസൈഡിൽ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലെയർ ആണ്. ഓക്കെ, ഒരു കവറിംഗ് ആണ്. അപ്പോൾ മൈലിൻ ഷീത്ത് ആൻഡ് നോഡ് ഓഫ് റാൻവിയർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു മാക്സിമം നമുക്ക് 1 അവറിനുള്ളിൽ തീരുന്ന കാര്യങ്ങളെ ഇനി ഉണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം അല്ലെ? വെറും 3 ചാപ്റ്റേഴ്സ് മറ്റുള്ള ബാക്കിയുള്ളൂ. സുവോളജി, ദിസ് ഈസ് ദ ലാസ്റ്റ് സെക്ഷൻ. സുവോളജിയിൽ 2 ചാപ്റ്ററുടെ ബാക്കിയുള്ളൂ. ആ 2 ന്യൂറൽ കൺട്രോളും കെമിക്കൽ കോർഡിനേഷനുമാണ്. ഓക്കെ, അപ്പൊ ഉഷാറായിട്ട് നമുക്ക് നോക്കാം. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ നെർവ് ഫൈബർ ഡ്യൂറിംഗ് റെസ്റ്റിംഗ് സ്റ്റേജ് ഈസ് more permeable to sodium, more permeable to potassium, equally permeable to sodium and potassium, less permeable to പൊട്ടാസ്യം. മക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് പലപ്പോഴും നിങ്ങൾക്ക് ഒരു എന്താ ടെൻഷൻ ഉണ്ടാവുന്ന ഒരു പോർഷൻ ആണ് ഈ കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അത് ഒറ്റ കാര്യം മനസ്സിലാക്കുക. റെസ്റ്റിംഗ് കണ്ടീഷൻ എന്തൊക്കെയാണ്? 3 എണ്ണം. റെസ്റ്റിംഗ് സമയത്ത് എന്തൊക്കെയാണ് 3 എണ്ണം? സോഡിയം ഈസ് ഇൻപെർമിയബിൾ ടു ഇൻസൈഡ്. നോട്ട് ചെയ്യുക, സോഡിയത്തിന് ഉള്ളിലോട്ട് വരാൻ പറ്റില്ല. പൊട്ടാസ്യം ഈസ് പെർമിയബിൾ ടു ഇൻസൈഡ്. നെഗറ്റീവ് പ്രോട്ടീൻ ഈസ് ഇൻപെർമിയബിൾ ടു ഔട്ട്സൈഡ്. ഈ 3 കണ്ടീഷനാണ്. അപ്പൊ സോഡിയത്തിന് ഉള്ളിലോട്ട് വരാൻ പറ്റില്ല, പക്ഷെ പുറത്തേക്ക് പോവാം. പൊട്ടാസ്യത്തിന് ഉള്ളിലോട്ട് വരാം, നെഗറ്റീവ് പ്രോട്ടീന് പുറത്തേക്ക് പോകാനും പറ്റില്ല. അപ്പൊ എന്താ? നെർവ് ഫൈബർ ഡ്യൂറിംഗ് റെസ്റ്റിംഗ് സ്റ്റേജ് എന്തായിരിക്കും? മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം അല്ലെ? പൊട്ടാസ്യത്തിന് ഉള്ളിലേക്ക് വരാം, സോഡിയത്തിന് വരാൻ പറ്റില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട് സോഡിയം പൊട്ടാസ്യം പമ്പ്.
അതാണ് സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയും അങ്ങോട്ടും അയോൺ ചാനൽസ് ആയിട്ട്, അതായത് അയോണിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, സോ മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം. ഇൻസൈഡിലെ കാര്യ ചോദിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അതായത് സോഡിയത്തിന് അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, സോഡിയത്തിന് ഉള്ളിലോട്ട് വരാൻ പറ്റില്ല, പൊട്ടാസ്യത്തിന് ഉള്ളിലോട്ട് വരാം, സോഡിയത്തിന് പുറത്തേക്ക് പോവാം, നെഗറ്റീവ് പ്രോട്ടീന് പുറത്തേക്ക് പോകാനും പറ്റില്ല. അതാണ് ഇതിന്റെ അവസ്ഥ. ഓക്കെ, നൗ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് സോഡിയം പൊട്ടാസ്യം പമ്പ്? സോഡിയം പൊട്ടാസ്യം പമ്പിനെ ബേസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞു, നെർവ് റെസ്റ്റിംഗ് സമയത്ത് സോഡിയവും പൊട്ടാസ്യവും മൂവ് ചെയ്യുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പ് വഴിയാണ്. അതിൽ ചോദ്യം നീഡ് എനർജി ടു വർക്ക് എന്നാണ്. നിങ്ങൾക്ക് അറിയോ മക്കൾ? നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇത് നമ്മുടെ ആക്സോൺ ആണെങ്കിൽ ആ ആക്സോണിന്റെ പുറം ഭാഗത്തുള്ള ഫ്ലൂയിഡിനെയാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഉള്ളിലുള്ള ഫ്ലൂയിഡിനെയാണ് ആക്സോപ്ലാസം എന്ന് നമ്മൾ പറയാം. ഇതിൽ ECF എന്താ കൂടുതൽ? ECF സോഡിയം മോർ പൊട്ടാസ്യം ലെസ് ആണ്. ആക്സോപ്ലാസത്തില് പൊട്ടാസ്യം മോർ സോഡിയം ലെസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യേണ്ടത്? സോഡിയം പുറത്തുനിന്ന് ഉള്ളോട്ടാ വരേണ്ടത്, പക്ഷെ പോകുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്കാ. അപ്പൊ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്, എനർജി വേണം. രണ്ടാമത്തത് പൊട്ടാസ്യം ഉള്ളിലാണ് കൂടുതലുള്ളത്, പക്ഷെ ഉള്ളിൽ നിന്ന് പുറത്തേക്കല്ലേ പോകേണ്ടത്, പക്ഷെ വരുന്നത് ഉള്ളിലോട്ടാണ്, അതും ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. സോ നീഡ് എനർജി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എക്സ്പെൽ 3 sodium outside and 2 potassium inside. ശരിയാണ്. 3 സോഡിയത്തെ പുറത്തേക്ക് പോകുന്നു, 2 സോഡിയം ഉള്ളോട്ട് വരുന്നു. ശരിയായ ഉത്തരമാണ്. വർക്ക് എഗൈൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രാഡിയന്റ്. അതിലെ ഞാനിവിടെ പറഞ്ഞത് ഹൈ ടു ലോ അല്ല, അത് ലോ ടു ഹൈയിലേക്കാ പോകുന്നത്. എഗൈൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രാഡിയന്റ് ആണ്, അതായത് ആക്റ്റീവ് ആണ്. ആൻഡ് മെയിൻറ്റെയിൻ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, അത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അല്ല ഇത് സംഭവിക്കുന്നത്. സോ ദ ആൻസർ ഈസ് യെസ്, വെരി ഗുഡ്. ഓൾ ഓഫ് ദ അബവ് ഈസ് ദ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, പേടിക്കണ്ട. അത്ര വലിയ ഇതൊന്നുമില്ല, ആൻസർ വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ വലുതാന്നേ ഉള്ളൂ. നോക്ക് നമുക്ക്. Which of the following statement are incorrect about electrical synapse? മക്കളെ, നിങ്ങൾക്കറിയാം എന്താണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ? ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺ. ഇവിടെ നിങ്ങൾ ഇതൊരു ന്യൂറോൺ ആണ്, ഇതൊരു ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക. ഈ ജംഗ്ഷൻ ഇതിനെയാണ് മൊത്തം നമ്മൾ സിനാപ്സ് എന്ന് പറയുക. ഇത് 2 ടൈപ്പ് സിനാപ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ഇലക്ട്രിക്കൽ സിനാപ്സ്. അതിന്റെ ഗ്യാപ്പ് വളരെ എന്തായിരിക്കും? കുറവായിരിക്കും. ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ജമ്പ് ചെയ്തിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പോയിക്കോളും. പിന്നെ രണ്ടാമത്തത് ഇത് കണ്ടോ, ഗ്യാപ്പ് വളരെ കൂടുതലാണ്, ഇപ്പൊ ജമ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന നാഡീയ പ്രേക്ഷകം എന്ന് മലയാളത്തിൽ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ആവശ്യം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ചോദ്യത്തിലേക്ക് വരാം. അറ്റ് ഇലക്ട്രിക്കൽ സിനാപ്സ് the membrane of the pre and post synaptic neurons are very close proximity എന്ന് പറയുന്നത് ശരിയല്ലേ? വളരെ അടുത്താണ് എന്ന് പറയുന്നത് ശരിയാണ്. Electrical current can flow directly from one neuron to other across the synapse. Electrical synapse വേറൊരു എന്തിന്റെ ആവശ്യമില്ല, ഒരു സപ്പോർട്ടർ ആവശ്യമില്ല, കെമിക്കലിന്റെ ആവശ്യമില്ല. അതും ശരിയാണ്. Transmission of an impulse across the electrical synapse is very similar to the impulse conduction along the single axon. ശരിയാണ്. Electrical synapse pass electrical signal between cells with the use of acetylcholine. ACH എന്ന് പറയുന്നത് അസിറ്റൈൽകൊളൈന്റെ പ്രസൻസിലാണ് എന്ന് പറയുന്നത് തെറ്റല്ലേ? അസിറ്റൈൽകൊളൈൻ എന്തുവാ? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ വേണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് കെമിക്കൽ സിനാപ്സ് ആണ്. അപ്പൊ അത് തെറ്റല്ലേ? അപ്പൊ ഈ ഒരു 4ാമത്തത് തെറ്റാണ്. ഇലക്ട്രിക്കൽ സിനാപ്സസ് ആർ ഫാസ്റ്റ്. ഞാൻ പറഞ്ഞു വളരെ ഫാസ്റ്റ് ആണ്, അതും ശരിയാണ്. ഇലക്ട്രിക്കൽ സിനാപ്സ് ആർ റയർ ഇൻ അവർ സിസ്റ്റം. അൺഫോർച്ചുനേറ്റ്ലി, ഇത് സത്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ ശരീരത്തിൽ ഇതേപോലെ ഇലക്ട്രിക്കൽ സിനാപ്സ് വളരെ കൂടുതലായിരുന്നെങ്കിൽ നമ്മൾ വളരെ വളരെ ഫാസ്റ്റ് ആവുമായിരുന്നു. പക്ഷേ ഇലക്ട്രിക്കൽ സിനാപ്സ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ അതും ശരിയാണ്. ഇപ്പൊ ഇതിൽ ഏതാ ചോദിച്ചിരിക്കുന്നത്? ഇൻകറക്റ്റ് അല്ലേ? ഇതിൽ ഏത് മാത്രമാണ് തെറ്റുള്ളത്? ഓൺലി 4. സോ സി
3 is the right answer for this question. മക്കളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണ്? ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ? ഇത്രയും നേരം ഞങ്ങൾ കേട്ടിരുന്നു എന്നല്ല, ഇനി 2-3 ചാപ്റ്ററേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ കേൾക്കുക. ഓക്കെ, ശരിയല്ല? ഓക്കെ ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ആക്ട് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ? ഇതിൽ ഏതാണ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലാത്തത്? നിങ്ങൾക്കറിയാം, അസിറ്റൈൽ കൊളൈൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, നാടീയ പ്രേക്ഷകമാണ്. യെസ്, വെരി ഗുഡ്. ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലെ? നോർ എപ്പിനെഫ്രിൻ അതായത് നോർ അഡ്രിനാലിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലാത്തത് ഏതാണ്? ദാറ്റ് ഈസ് കോർട്ടിസോൺ. കോർട്ടിസോൺ ഒരു ഹോർമോണാണ്. ഓക്കെ, അഡ്രിനൽ കോർട്ടക്സിലെ ഒരു ഹോർമോണാണ്. ഒരു എന്തിൽ വരുന്നതാണ് കോർട്ടിസോണും കോർട്ടിസോളും? അതായത് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്. സാധാരണ അഡ്രിനൽ കോർട്ടക്സിന് 3 ടൈപ്പ് ഹോർമോൺ ഇല്ലേ? മിനറലോ കോർട്ടിക്കോയിഡ്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ആൻഡ് സെക്സ് കോർട്ടിക്കോയിഡ്. അതിൽ വരുന്ന ഒരു ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ആണ് കോർട്ടിസോൺ, കോർട്ടിസോൾ ഒക്കെ. അതുകൊണ്ട് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് നമ്മുടെ ഏത് ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യനാ? ഇതിപ്പോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വന്നതാ. ന്യൂറോണിന് ക്വസ്റ്റ്യൻ ആയി, നമ്മുടെ സിനാപ്സ് നെർവ് ഇമ്പൾസിന് ക്വസ്റ്റ്യൻ ആയി, സിനാപ്സ് എന്നും ക്വസ്റ്റ്യൻ ആയി. അടുത്ത് നമ്മുടെ ബ്രെയിൻ ഒരു ക്വസ്റ്റ്യൻ വരുന്നു. കോർപ്പസ് കലോസം കണക്ട് ടു. കോർപ്പസ് കലോസത്തിന്റെ പ്രത്യേകത എന്താ? കണക്ട് ടു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്, വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ, സെറിബെല്ലാർ ഹെമിസ്ഫിയേഴ്സ്, ഒപ്റ്റിക് തലാമസ്. എന്താണത്? സെറിബെല്ലാർ ഹെമിസ്ഫിയേഴ്സ് ആണോ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആണോ? ചെറിയൊരു വ്യത്യാസം നമുക്ക് പറയാം അല്ലെ? കോർപ്പസ് കലോസം കണക്ട് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് is a unique character of mammalian brain. പഠിച്ചിട്ടുണ്ട് നമ്മൾ. സാധാരണ മാമൽസിന്റെ ബ്രെയിനിലാണ് 2 അർദ്ധഗോളങ്ങളുണ്ട്. ആ 2 അർദ്ധഗോളങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന നെർവ് ട്രാക്റ്റിന്റെ പേരാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ A is the right or 1 is the right answer. Good. Then next one, human body temperature is maintained by. ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം പല പ്രാവശ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഇതല്ല, ഹൈപ്പോതലാമസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു വീക്ക്നെസ് ക്വസ്റ്റ്യൻ ആയിരുന്നു നീറ്റിന്റെ പണ്ട് കാലത്ത് ഈ ഒരു ഹൈപ്പോതലാമസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. എന്തായാലും ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഇസ് മെയിൻറ്റെയിൻ ബൈ ഹൈപ്പോതലാമസ് ആണ് മക്കളെ. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? തെർമോസ്റ്റാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ദ തെർമോസ്റ്റാറ്റ് ഓഫ് ദ ബോഡി അല്ലെ? ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ ബാലൻസിങ്, അതല്ലേ ചോദിച്ചിരിക്കുന്നത്? ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ. അതുപോലെ തേഴ്സ്റ്റി, ഹങ്കർ, പിന്നെ ലിംബിക് സിസ്റ്റം എന്ത് ചെയ്യുന്നു? സെക്ഷൽ ഫീലിംഗ്, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാന പങ്ക് ആർക്കുണ്ട്? ഹൈപ്പോതലാമസിനുണ്ട്. സോ ഹൈപ്പോതലാമസ് ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ ഒന്ന് റിഫ്രഷ് ചെയ്യണം. ഓക്കെ, ദ ഒപ്റ്റിക് ലോബ്സ് ഇൻ ഹ്യൂമൻ ആർ റെപ്രസെന്റഡ് ബൈ. എന്താ നിങ്ങൾക്കറിയാം? നമ്മുടെ മിഡ് ബ്രെയിനിൽ നിങ്ങൾ പഠിച്ചു, ബ്രെയിനകത്ത് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്. ഫോർ ബ്രെയിൻ ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, ഹൈൻഡ് ബ്രെയിൻ ഉണ്ട്. നമ്മുടെ NCERT പ്രകാരം നിങ്ങൾ പഠിക്കുന്ന ഫോർ ബ്രെയിന് 3 ഭാഗങ്ങൾ, സെറിബ്രം ഉണ്ട്, തലാമസ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്. മിഡ് ബ്രെയിൻ അകത്ത് കാണുന്ന 4 റൗണ്ട് സ്വെല്ലിംഗ്, 4 മുഴകള്, അവയെ പറയുന്ന പേരാണ് 4 എന്ന് നമ്മൾ പറയുന്ന പേരെന്താ മക്കളെ? ക്വാഡ്ര. അപ്പൊ നമ്മൾ പറയുന്ന പേരെന്തായിരിക്കും? കോർപ്പോറ ക്വാഡ്രിജെമിന അല്ലേ? 4. അതായത് ഫ്രോഗിലൊക്കെ ചിലപ്പോൾ 2 ആണ്. നമ്മൾ എന്താ പറയാ? ഫ്രോഗിന്റെ ബ്രെയിനകത്ത് 2 സ്വെല്ലിംഗ് ആവുമ്പോൾ ബൈജമിന എന്ന് പറയും. ഇപ്പൊ ഇവിടെ എന്താണ്? മാമൽസ്, മനുഷ്യനില് 4 ഉള്ളത് കൊണ്ട് കോർപ്പോറ ക്വാഡ്രിജെമിന. അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താ? ഒപ്റ്റിക് ഫംഗ്ഷൻ ആണ്, കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. മിഡ് ബ്രെയിനിൽ കാണുന്ന 4 മുഴകളെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കോർപ്പോറ ക്വാഡ്രിജെമിന എന്ന് പറയുന്നത്. അതിൽ കാണുന്ന ഒരു ട്യൂബിന്റെ പേരാണ് സെറിബ്രൽ അക്വഡക്റ്റ് അഥവാ ഐറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. മാച്ച് കോളം 1 വിത്ത് കോളം 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. മക്കളെ, ബ്രെയിനിൽ മറ്റൊരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് നമുക്ക് ആൻസർ ചെയ്യണ്ടേ. ഇത് ഉത്തരം നിങ്ങൾ എല്ലാവരും കൊണ്ട് ടൈപ്പ് ചെയ്താട്ടെ. എന്താ നോക്കൂ, സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട് അല്ലെ? സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്. ഇതിൽ ഏത് വരും? സെറിബ്രത്തിന്റെ ജോലി ഇതിൽ ഏതാ? സെറിബ്രം ഈസ് ദ
സീറ്റ് ഓഫ് ഇന്റലിജൻസ്. നിങ്ങളൊക്കെ ഇത്രയും പഠിക്കുന്നതും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നതും നിങ്ങളുടെ സെറിബ്രം പവർഫുൾ ആയതുകൊണ്ടാണ്, അല്ലെ? അടുത്തത് സെറിബെല്ലത്തിന്റെ ജോലി എന്താ? മെയിൻറ്റെയിൻ ബോഡി പോസ്റ്റർ. അതുകൊണ്ടല്ലേ ഈ ഡ്രങ്കാർഡ്സ്, വെള്ളടിക്കുന്ന ആൾക്കാർ നമ്മൾ പാമ്പ് എന്ന് പറയുന്നത് അതുപോലെ ആയിപ്പോള്ള കാരണം അത് സെറിബെല്ലത്തെ ബാധിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഹൈപ്പോതലാമസ് എന്താ? ഹൈപ്പോതലാമസ് കൺട്രോൾ പിറ്റ്യൂട്ടറി. അപ്പൊ നമുക്ക് എ എന്നുള്ളത് എന്ത് വരും? എ എന്നുള്ളത് 4 വരണം, പിന്നെ ബി എന്നുള്ളിടത്ത് 5 വരണം, സി എന്നുള്ളിടത്ത് 1 വരണം, അല്ലേ? അങ്ങനെ വരുമ്പോൾ കൺട്രോൾ, നിങ്ങൾക്കറിയാം നമ്മൾ പിറ്റ്യൂട്ടറിയെ പറയുന്ന പേരെന്താ? മാസ്റ്റർ ഗ്ലാൻഡ്. അപ്പൊ ഹൈപ്പോതലാമസിന് എന്താ പറയാ? മാസ്റ്റർ ഓഫ് ദ മാസ്റ്റർ ഗ്ലാൻഡ്, സൂപ്പർ മാസ്റ്റർ ഗ്ലാൻഡ്. ദെൻ മിഡ് ബ്രെയിന്റെ ജോലി എന്താ? മിഡ് ബ്രെയിൻ കൺട്രോൾ വിഷൻ ആൻഡ് ഹിയറിംഗ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കോർപ്പറ കോഡ്രിജമിന. അപ്പൊ അതില് ഡി ഈസ് ഈക്വൽ ടു 2 വരണം. അപ്പോ 4, 5, 1, 2. ഏത് ഓപ്ഷൻ? 4, 5, 1, 2. ഫോർത്ത് ഓപ്ഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അടുത്തത്, എ ഡിപ്രഷൻ ഇൻ ദ റെറ്റിന ഓഫ് ദ ഐ which lodges only the cornea. എന്താ അത്? ബ്ലൈൻഡ് സ്പോട്ട് ആണോ? ഫോവിയ സെൻട്രാലിസ് ആണോ? ഫെനസ്റ്റാ റോട്ടൻഡസ് ആണോ? റെഡ് ന്യൂക്ലിയ ആണോ? എന്തായിരുന്നു ഉത്തരം മക്കളെ? ഫോർ ദിസ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ഡിപ്രഷൻ ഇൻ ദ റെറ്റിന ഓഫ് ദ ഐ. നമ്മുടെ റെറ്റിനയ്ക്കകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒപ്റ്റിക് നെർവ് ലീവ് ചെയ്യുന്ന ഭാഗത്ത്, റെറ്റിനയ്ക്കകത്ത് റോഡ് സെൽസും കോൺ സെൽസും ഇല്ല. അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് പറയുക. എന്നാൽ നിങ്ങളെ റെറ്റിനയ്ക്കകത്ത് എന്ത് കാണുന്നു? ധാരാളം കോൺസെൽസ് ഉള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെയാണ് നമ്മൾ മെക്കുല ലൂട്ടിയ എന്ന് പറയുന്നത്. അതിനെയാണ് യെല്ലോ സ്പോട്ട്, പീതബിന്ദു എന്ന് മലയാളത്തിൽ പറയുന്നത്, യെല്ലോ സ്പോട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിന്റെ സെൻട്രലിൽ ലൊക്കേറ്റഡ് പിറ്റിന്റെ പേരാണ് ഫോവിയ സെൻട്രാലിസ്. Fovea centralis contain only corn cells. Okay, so fovea centralis is the right answer for this question. Okay, അടുത്ത എന്താ? The path taken to the eyeball in light rays. ഈ ലൈറ്റ് റേ പോകുന്ന വഴിയുടെ പേര് പറയാൻ പറ്റുമോ? നിങ്ങൾ ഐയുടെ ചിത്രം പഠിച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങളുടെ കോർണിയ. കോർണിയ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എന്താ? കോർണിയ കഴിഞ്ഞാൽ തൊട്ട് താഴെ എന്ത് കാണാം? അക്കസ് ഹ്യൂമർ കാണാം. അക്കസ്യൂമർ കാണാം. അക്കസ്യൂമർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? പ്യൂപ്പിൾ കാണാം, ലെൻസ് കാണാം, വിട്രിയസ് ഹ്യൂമർ കാണാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലെ റെറ്റിനയും കാണാം. ഓക്കെ, അപ്പൊ എന്താ വരിക? ഇതിന്റെ ഓപ്ഷൻ ഏത് വരും ഒന്ന് പറഞ്ഞാട്ടെ. ഈ ഒരു ക്വസ്റ്റ്യനെ പാത്ത് ടേക്കൺ ബൈ ഐബോൾ ബൈ ലൈറ്റ് റേ ഈസ് എന്താ വരിക? കൺജങ്ക്റ്റീവ ഉണ്ട്, കോർണിയ ഉണ്ട്, അക്കസ് ഹ്യൂമർ ഉണ്ട്, ലെൻസ് ഉണ്ട്, അല്ലെ? വിട്രിയസ് ഹ്യൂമർ ഉണ്ട്, റെറ്റിന ഉണ്ട്. ഇതല്ലേ വരെ ഇതിന് ആൻസർ. അതായത് ഇവിടെ എന്താ? 2 നോക്കാം നിങ്ങൾക്ക്. കൺജങ്ക്റ്റീവ, കോർണിയ, ലെൻസ് ത്രൂ പ്യൂപ്പിൾ, അക്കസ് ഹ്യൂമർ. അപ്പൊ കോർണിയയ്ക്കും അതേപോലെ ലെൻസിനും ഇടയ്ക്കുള്ള ഫ്ലൂയിഡ് ആണ് അക്കസ് ഹ്യൂമർ എന്ന് പറയുക. അപ്പൊ അക്യൂസ് ഹ്യൂമർ ആദ്യം വരണം. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടോ, ലെൻസ് കഴിഞ്ഞിട്ടാണ് അക്കസ് ഹ്യൂമർ വരുന്നത്. ഇവിടെ ഇത് കണ്ടോ, ഇത് പിന്നെ വിട്രിയസ് ഹ്യൂമർ കഴിഞ്ഞിട്ടാണ് അക്വസ് വരുന്നത്. അതും തെറ്റല്ലേ? സോ കൺജങ്ക്റ്റീവ, കോർണിയ, അക്കസ് ഹ്യൂമർ, ലെൻസ്, that means through pupil, vitreous humor and retina is the right answer. Okay, then eustachian tube is a passage which connect. eustachian tube നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ മക്കളെ eustachian tube എന്ന് പറയുന്നത്? സാധാരണ നമ്മൾ വലിയൊരു ഒച്ച, അത് എന്തെങ്കിലും നമ്മുടെ സൗണ്ട് ഇല്ലേ, നമ്മുടെ എന്താ പറയാ, ഇടിവെട്ടുന്നതോ അല്ലെങ്കിൽ പടക്കം പൊട്ടുന്നതോ ആയ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ ചെവി ഡാമേജ് ആയി പോവാതിരിക്കാൻ ഒരു പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം, അല്ലെ നമ്മൾ നന്ദി പറയേണ്ടത് eustachian ട്യൂബിനോടാണ്. ബിക്കോസ് eustachian ട്യൂബ് കൺട്രോൾ ദ പ്രഷർ ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ടിംപാനം, അല്ലേ? അപ്പൊ ഈ eustachian ട്യൂബ് എന്താ? eustachian ട്യൂബ് is a tube which connect middle ear to the pharynx. മിഡിൽ ഇയറിൽ നിന്ന് ഫാരിങ്സിലോട്ട് വരുന്ന ഒരു ട്യൂബിനെയാണ് eustachian ട്യൂബ് എന്ന് പറയുന്നത്. മിഡിൽ ഇയർ വിത്ത് ഫാരിങ്സ് ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ്. ഓക്കെ, ദ സ്ട്രക്ചർ ഇൻ ഹ്യൂമൻ ബോഡി ദാറ്റ് അസിസ്റ്റ് ദ ബോഡി ബാലൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ. നിങ്ങൾക്കറിയാം നമ്മുടെ ചെവിക്കകത്ത് 2 ഫംഗ്ഷൻ ഉണ്ട്. ചെവി അറിയപ്പെടുന്ന പേരാണ് സ്റ്റാറ്റോ അക്വാസ്റ്റിക് ഓർഗാൻ. കാരണം അത് സ്റ്റാറ്റിക്, ബാലൻസിങ് ആൻഡ് അക്വാസ്റ്റിക് ഫംഗ്ഷൻ, ഹിയറിംഗ്,
രണ്ട് ജോലിയുള്ള ഒരു ഭാഗമായതുകൊണ്ട് സ്റ്റാറ്റോ അക്വാസ്റ്റിക് ഓർഗാൻ എന്നാണ് പറയുക. ചില വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാൽ ഞാനത് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഹിയറിംഗിനും അതുപോലെ ഹിയറിംഗിന് ഏത് ഭാഗമാണ്? കോക്ലിയ എന്ന് പറയുന്ന ഇന്റേണൽ ഇയറിന്റെ ഭാഗമാണ് എന്തിനു സഹായിക്കുന്നത്? ഹിയറിംഗിന് സഹായിക്കുന്നതെങ്കിൽ അതേ ഇന്റേണൽ ഇയറിലുള്ള വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്ന ഭാഗമാണ് എന്തിനു സഹായിക്കുന്നത്? നിങ്ങളുടെ ബാലൻസിങ്ങിന് സഹായിക്കുന്നത്. കോക്ലിയ എക്സ്ക്ലൂസീവ്ലി ഫോർ ഹിയറിംഗ് ആൻഡ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ബാലൻസിങ്. അപ്പൊ എവിടെയുള്ള ഒരു ഭാഗമാണിത്? ഇത് രണ്ടും ദീസ് ആർ ദ ടു പോർഷൻസ് ഓഫ് ഇന്റേണൽ ഇയർ. സോ ഇന്നർ ഇയർ, the structure of human body that assists in body balance is located in inner ear. Okay മക്കളെ, നമ്മളിപ്പം ന്യൂറൽ കൺട്രോളിന്റെ ഒരു പരമാവധി ഒരു മാരത്തോൺ തന്നെയാണ്. കാരണം ഈ ലേറ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് സമയമായി നിങ്ങൾ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കുന്നു, ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നു, ടയേർഡ് ആയിട്ടുണ്ടാവും എന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് സ്പീഡപ്പ് ചെയ്തതാണ്, ഒന്നും വിചാരിക്കരുത്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ കെമിക്കൽ കോർഡിനേഷൻ, ദ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് ദ സുവോളജി. അല്ലെ, നമ്മൾ സുവോളജിയിലെ 19 ചാപ്റ്ററിലെ 19 ചാപ്റ്ററാണ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും. അതിലെ 19ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദാറ്റ് ഈസ് ദ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഓക്കെ, റെഡി? ഓക്കെ, റെഡി. യെസ്. Secretion, yes. Secretion of which of the following is under the control of neurosecretory cells? മക്കളെ, എന്താ ന്യൂറോ സെക്രീറ്ററി സെൽസ് എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, ഹൈപ്പോതലാമസിനെ നമ്മൾ പഠിച്ചത് രണ്ട് ഭാഗത്തും പഠിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ ന്യൂറൽ കൺട്രോൾ ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ കെമിക്കൽ കോർഡിനേഷനിലും ഈ ഹൈപ്പോതലാമസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഹൈപ്പോതലാമസിന്റെ ഈ എൻഡോക്രൈൻ പാർട്ടിന്റെ പേരാണ് ന്യൂറോ സെക്രീറ്ററി സെൽസ്. അവർ ചോദ്യം സെക്രീഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അണ്ടർ കൺട്രോൾ ഓഫ് ന്യൂറോ സെക്രീറ്ററി നെർവ് സെൽസ് ആണ്. അതായത് ഹൈപ്പോതലാമസിന്റെ അണ്ടറിലുള്ളത് ആരാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ആന്റീരിയർ പിറ്റ്യൂട്ടറി ഇസ് ദ റൈറ്റ് ആൻസർ. കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞ അഡിനോ ഹൈപ്പോഫൈസിസ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി, അതിൽ ശരിക്കും ഫുൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. മിഡിൽ പിറ്റ്യൂട്ടറിയുടെ മേർജ്ഡ് ആണ് ഹ്യൂമനിൽ. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറി അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ. അതായത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഏതൊരു ഹോർമോൺ ഉണ്ടോ ആ ഹോർമോൺ മുഴുവൻ ആര് വിചാരിച്ചാലേ റിലീസ് ആവുള്ളൂ. അതാണ് റിലീസിംഗ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഇസ് ദ റൈറ്റ് ആൻസർ. യെസ്, വെരി ഗുഡ്. Then which of the following hormone does not have a particular target organ in the body? അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ ഹോർമോണിനും ഒരു ടാർഗറ്റ് ഉണ്ട്. അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡിലാണ് വർക്ക് ചെയ്യുന്നത്. അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ അഡ്രിനൽ കോർട്ടക്സിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? പിന്നെ TSH അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്സിറ്റോസിൻ സ്മൂത്ത് മസിൽസിൽ വർക്ക് ചെയ്യുന്നു. FSH ഓവറിയിലും ടെസ്റ്റിസിലും വർക്ക് ചെയ്യുന്നു. എന്നാൽ അതില്ലാത്തത് ഏത് മാത്രമാണ്? ഗ്രോത്ത് ഹോർമോൺ അല്ലെ? സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോട്രോഫിൻ അല്ല, സൊമാറ്റോസ്റ്റാറ്റിൻ അല്ല. അതെന്താ? സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻഹിബിറ്ററി ഹോർമോൺ ആണ്. ഇത് സൊമാറ്റോട്രോപ്പിൻ ആണ്. ദാറ്റ് ഈസ് ദ ഗ്രോത്ത് ഹോർമോൺ, ഗ്രോത്ത് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതിനെന്തില്ല? അതിന് യാതൊരു എന്തും ഇല്ല എന്ന് പറയുന്നത് ടാർഗറ്റ് ഓർഗാൻ ഇല്ല. സോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഗ്രോത്ത് ഹോർമോൺ ഓർ somatotrophin is the right answer. Then LH and FSH are collectively called. LH ഉം FSH ഉം നമ്മൾ collectively എന്താണ് പറയുക? LH and FSH are collectively called somatotropin, oxytocin, gonadotropin, luteotropic hormone. എന്താ പറയാ മക്കളെ? LH ഉം FSH ഉം എന്ത് പറയും? സൊമാറ്റോട്രോപ്പിൻ ആണോ? സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ അല്ലേ? ഓക്സിറ്റോസിൻ ആണോ അല്ലെങ്കിൽ ഗൊണാഡോട്രോപ്പിൻ ആണോ? യാ, 3 is the right answer. ഗൊണാഡോട്രോപിക് ഹോർമോൺ GTH എന്ന് പറയും. LH and FSH collectively called gonadotropin because they act on gonads. Okay, luteotropic hormone എന്താ? That is prolactin, PRL. Prolactin. Okay, then അടുത്ത ക്വസ്റ്റ്യൻ ADH. ADH എന്ത് ചെയ്യുന്നു? ADH increase water absorption, decrease water absorption, synthesize salt, control sugar level of the blood. You know the answer. ADH, what is the full name? Anti-diuretic hormone.
What is the original name? Vasopressin. Vasopressin ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? Vasopressin is produced by hypothalamus, but it is stored and released by posterior pituitary. അല്ലേ? Posterior pituitary റിലീസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. പക്ഷേ ഉണ്ടാക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ആ വാസോപ്രസിൻ അഥവാ ADH എന്താ ചെയ്യുക? ഇൻക്രീസ് ദ വാട്ടർ റീഅബ്സോർപ്ഷൻ ഫ്രം ദ DCT, ഡിസ്റ്റൽ കൺവോൾട്ടഡ് ട്യൂബ്യൂൾ. ഇതിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്ന രോഗത്തിന്റെ പേര് ഓർമ്മിക്കുക, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following endocrine glands store its secretion in the extracellular space before discharging into the blood? അത് ഒരൊറ്റൊന്നിന് മാത്രമേ കഴിവുള്ളൂ. ദാറ്റ് ഈസ് ദ തൈറോയിഡ് ഹോർമോൺ. തൈറോയിഡ് ഗ്ലാൻഡിനാ കഴിവുള്ളൂ. ഓക്കെ, എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൽ സ്റ്റോർ ചെയ്തിട്ടാൽ ബിഫോർ ഇറ്റ് ഡിസ്ചാർജ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്-ഒഫ്താൽമിക് ഗോയിറ്റർ ഈസ് ഓൾസോ കോൾഡ്. എക്സ്-ഒഫ്താൽമിക് ഗോയിറ്ററിനെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മക്കളെ ഇതിന് ഉത്തരം ഒന്ന് പറഞ്ഞാട്ടെ. അഡിസൺസ് ഡിസീസ് ആണോ, അതല്ലെങ്കിൽ ഡയബറ്റിക് ഇൻസിപ്പിഡസ് ആണോ, ഗ്രേവ്സ് ഡിസീസ് ആണോ, അക്രോമെഗലി ആണോ? ഇതിന് ഉത്തരം എന്താ? പല ആൾക്കാർക്കും സംശയമുണ്ട്. 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. ഓക്കെ, സോ ഒരു പ്രശ്നമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. എക്സ്-ഒഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത് ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺ ആണ്. തൈറോക്സിൻ അഡൽട്ടിൽ അമിതമായിട്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുടെ പേരാണ് എക്സ്-ഒഫ്താൽമിക് ഗോയിറ്റർ. അതിനറിയപ്പെടുന്ന പേരാണ് ഗ്രേവ്സ് ഡിസീസ്. 3 is the right answer. ഓക്കെ, അഡിസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ കുറവ് കൊണ്ട് ഉണ്ടാവുന്നതാണ്? അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ കുറയുന്ന സമയത്ത്, ഹൈപ്പോ സെക്രീഷൻ ഓഫ് അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, അഡ്രിനൽ കോർട്ടക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ കുറയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയുടെ പേരാണ് അഡിസൺസ് ഡിസീസ്. ഡയബറ്റിക് ഇൻസിപ്പിഡസ് ഞാൻ പറഞ്ഞു, ADHന്റെ കുറവുണ്ടാവുന്ന രോഗമാണ്. അക്രോമെഗലി എന്ന ഗ്രോത്ത് ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന രോഗമാണ്, ഒക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഇറ്റ് ഈസ് ഗ്രേവ്സ് ഡിസീസ്. എക്സ്-ഒഫ്താൽമിക്. മക്കളെ നിങ്ങൾ ഒരു കാര്യം കൂടെ പഠിക്കണം. തൈറോക്സിൻ കുഞ്ഞുങ്ങളിൽ കുറഞ്ഞാൽ ക്രെറ്റിനിസം, വലിയ ആൾക്കാരിൽ കുറഞ്ഞാൽ മിക്സോഡീമ, അയഡിന്റെ കുറവുണ്ടാവുന്നത് സിമ്പിൾ ഗോയിറ്റർ. ഇത്രയും കാര്യങ്ങൾ കൂടെ നിങ്ങൾ അതിൽ നോക്കണം. ഓക്കെ, ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, പേടിക്കണ്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫോർ പാരാതെർമോൺ? PTH, പാരാതൈറോയിഡ് ഹോർമോണിന്റെ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഇൻക്രീസ് ബ്ലഡ് കാൽഷ്യം ലെവൽ ആൻഡ് ഡിക്രീസ് കാൽഷ്യം സ്റ്റോർസ് ഓഫ് ദ ബോൺ. ഡിക്രീസ് ബ്ലഡ് കാൽഷ്യം ലെവൽ ആൻഡ് ഇൻക്രീസ് കാൽഷ്യം ലെവൽ ഓഫ് ദ ബോൺ. ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഏതാ മക്കളെ ഉത്തരം? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പാരാതെർമോൺ? വാട്ട് ഇസ് അതർ നെയിം ഓഫ് പാരാതെർമോൺ? പാരാതെർമോൺ നമ്മൾ PTH, പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഹൈപ്പർ കാൽസീമിക് ഹോർമോൺ ആണ്. ബിക്കോസ് ഇറ്റ് ഇൻക്രീസ് കാൽഷ്യം ലെവൽ. എവിടെ എന്നൊരു ചോദ്യമുണ്ട്. കാൽഷ്യം ലെവൽ എവിടെയാവാം, ബട്ട് ഇൻ ദ ബ്ലഡ്. സോ ഇറ്റ് ഇൻക്രീസ് കാൽഷ്യം ലെവൽ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലുള്ള കാൽഷ്യം ലെവലിനെ അത് കൂട്ടുന്നു. അപ്പൊ അത് എവിടുന്നായിരിക്കും കൊണ്ടുവരിക? ഇറ്റ് ടേക്കൺ ദ കാൽഷ്യം ഫ്രം ബോൺസ് ആൻഡ് അതർ സ്കെൽട്ടൽ സ്ട്രക്ചേഴ്സ്, അല്ലേ? സ്കെൽട്ടൽ സ്ട്രക്ചേഴ്സ് എന്നാണ് അത് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അമിതമായിട്ട് എന്ത് കൂടിയാലേ, പാരാതെർമോൺ കൂടിയാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുടെ പേരാണ് ഓസ്റ്റിയോപോറോസിസ്. കാരണം എല്ലുകളിൽ നിന്ന് ഡീമിനറലൈസേഷൻ ഓഫ് ദ ബോൺ വരും സംഭവിക്കും. ബോണിന്റെ ബോൺ മാസ് കുറഞ്ഞു പോകുന്നൊരവസ്ഥ, അല്ലെ? പൊട്ടിപ്പോകാനുള്ള അവസ്ഥ, അതാണ് ഓസ്റ്റിയോപോറോസിസ്. Okay, so which is the answer? Increase the blood calcium level and decrease calcium stores of the bone. Okay, 2 ഉത്തരമാണ് ഇതിനകത്ത് കിട്ടിയത്. ഹൈപ്പർ കാൽസീമിക് ഹോർമോൺ എന്ന പേരും കിട്ടി. രണ്ടാമത്തത്, ഇത് കൂടിക്കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഓക്കെ. Feeling of tremors of an earthquake. A scared resident of 7th floor of a multi-story building start climbing down the stairs rapidly. Which hormone initiates this action? Adrenaline, glucagon, gastrin, thyroxine. മക്കളെ ഉത്തരം നിങ്ങൾക്ക് അറിയാം. എന്താ? നമ്മൾ ആരും ഒരു 2 നിലയുള്ള ബിൽഡിംഗ് ആണെങ്കിൽ പോലും നടന്നു കയറാനോ ഇറങ്ങി വരാനോ താല്പര്യമില്ലാത്ത ആൾക്കാരാ. നമ്മൾ അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ മാത്രമേ പോവുള്ളൂ.
എന്നാൽ ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ, 7th ഫ്ലോർ എന്ന് ഒരു എർത്ത് ക്യൂക്കിന്റെ, അതായത് ഭൂകമ്പത്തിന്റെ ഒരു ചലനം മനസ്സിലാക്കിയപ്പോ ഒരാള് ഇറങ്ങി വന്നു, താഴേക്ക് ഓടിപ്പോയി. അത് ഏത് ഹോർമോൺ ആയിരിക്കും? അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങില്ല എന്നുള്ള 100% ഉറപ്പല്ലേ? ഇത് എന്തുകൊണ്ടാ പേടിച്ചു പോയതാണ്? പേടിച്ചു പോകുമ്പോ ഏതാ? അഡ്രിനാലിൻ ഈസ് ദ റൈറ്റ് ആൻസർ ബിക്കോസ് ദ എമർജൻസി ഹോർമോൺ. ഓക്കെ, യെസ്, വെരി ഗുഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മിനറലോകോർട്ടിക്കോയിഡ്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, സാധാരണയായിട്ട് അഡ്രിനൽ കോർട്ടക്സ് 3 ടൈപ്പ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് എന്താണ്? മിനറലോകോർട്ടിക്കോയിഡ്സ് ആണ്. രണ്ടാമത്തത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ്. മൂന്നാമത്തത് സെക്സ് കോർട്ടിക്കോയിഡ്സ് ആണ്. ഇതിൽ മിനറലോകോർട്ടിക്കോയിഡ് എന്താ? മിനറലോകോർട്ടിക്കോയിഡിന്റെ ജോലി എന്താ? അതായത് മിനറൽസുമായിട്ട് ബന്ധമുള്ള ഈ സോഡിയത്തിന്റെ ഒക്കെ റീഅബ്സോർപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മിനറൽസുമായി ബന്ധപ്പെട്ട സംഭവമാണ് മിനറലോകോർട്ടിക്കോയിഡ്. അതിന് എക്സാമ്പിൾ ആണ് ആൽഡോസ്റ്റിറോൺ. രണ്ടാമത്തത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസവുമായി ബന്ധമുണ്ട് അതിന് ഉദാഹരണമാണ് കോർട്ടിസോളും കോർട്ടിസോണും. പിന്നെ സെക്സ് കോർട്ടിക്കോയിഡ്സ് ആണ്, എസ്പെഷ്യലി നമ്മുടെ ആൻഡ്രോജൻ, അതായത് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, സോ ഇതിന് ഉത്തരം എന്താ? മിനറലോകോർട്ടിക്കോയിഡ് ഏതാണ്? ആൽഡോസ്റ്റിറോൺ ഈസ് ദ റൈറ്റ് ആൻസർ. പേടിക്കേണ്ട, നമ്മൾ ഏകദേശം ഒരു 4-5 ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞത് ഫിനിഷ് ചെയ്യാൻ പോവാണ്. നമ്മളെ സുവോളജി വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബോട്ടണിയുടെ ഒരു ചാപ്റ്റർ കൂടെ ഉണ്ടാവും. ഓക്കെ, മാച്ച് കോളം 1 വിത്ത് കോളം 2. എന്താ പറയുന്നത് നോക്കൂ. FSH ഉണ്ട്, MSH ഉണ്ട്, വാസോപ്രസിൻ അഥവാ ADH ഉണ്ട്, പാർസ് ഇന്റർമീഡിയ ഉണ്ട്. ഏത് ഉത്തരം പറയും മക്കളെ? ഒന്ന് പറയാവോ? ഏത് ഉത്തരമാണ് പറയാ? FSHന്റെ ജോലി എന്താ? വാട്ട് ഈസ് ദ ഫുൾ നെയിം ഓഫ് FSH? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോ സ്ത്രീകളിൽ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾ ഇൻ ഫീമെയിൽ. കറക്റ്റ് അല്ലേ? A is equal to 3 വന്നു. അടുത്തതോ MSH, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്താ? ആക്ട് ഓൺ മെലനോസൈറ്റ് ആൻഡ് റെഗുലേറ്റ് പിഗ്മെന്റേഷൻ. അപ്പോ B എന്നുള്ളതിന് 2 വന്നു. മെലനോസൈറ്റ്. പക്ഷെ നമുക്കറിയാം ഈ MSH ഒരു വെസ്റ്റീജിയൽ ഹോർമോൺ ആണ് ഹ്യൂമനിൽ. വലിയ ആക്ഷൻ ഒന്നും ഇല്ല ഇതിന്. ഓക്കെ, അടുത്ത ഇത് മക്കളെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഇതിന്റെ കാര്യം. ഇത് ഇനി സൂം ഔട്ട് ചെയ്താൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് സൂം വലുതാക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ കാണൂല. അതുകൊണ്ടാണ് ഇത് അയക്കും. വാസോപ്രസിന്റെ ജോലി എന്താ? വാസോപ്രസിൻ ADHന്റെ ജോലി എന്താ? ഇത് ADH വാസോപ്രസിൻ transported externally into neurohypophysis from hypothalamus. അല്ലേ? Then pars intermedia എന്താ? അപ്പോ C is equal to 1 വന്നു. ഇനി pars intermedia എന്ന് പറഞ്ഞാൽ in human it is almost merged with pars distalis. D is equal to 4 വന്നു. നിങ്ങൾക്കറിയാലോ അല്ലേ, അനാറ്റമിക്കലി നമ്മൾ പറയുന്നത് 3 ഭാഗങ്ങൾ എന്തൊക്കെയാ? പിറ്റ്യൂട്ടറിയുടെ 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഒന്ന് ആന്റീരിയർ പിറ്റ്യൂട്ടറി, പാർസ് ഡിസ്റ്റാലിസ്. രണ്ടാമത്തത് മിഡിൽ പിറ്റ്യൂട്ടറി, പാർസ് ഇന്റർമീഡിയ, ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്താ? പാർസ് നെർവോസ. ഇങ്ങനെ 3 ഭാഗങ്ങളാണ്. ഇതിൽ മനുഷ്യനില് മിഡിൽ പിറ്റ്യൂട്ടറി അതായത് പാർസ് ഇന്റർമീഡിയ ഓൾമോസ്റ്റ് മേർജ്ഡ് വിത്ത് പാർസ് ഡിസ്റ്റാലിസ് ആണ്. ഓക്കെ, അപ്പൊ ഏത് വരും ഇതിനകത്ത്? A is equal to 3, B is equal to 2, C is equal to 1, D is equal to 4. ഏത് ഓപ്ഷൻ വരും? ഫോർത്ത് ഓപ്ഷൻ is the right answer. ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടെ. ഓക്കെ, 5 മണിക്ക് ഞാൻ നിർത്തിയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് മാച്ച് ഇസ് കറക്റ്റ്? ഹോർമോൺ ഉണ്ട്, എഫക്ട് ഉണ്ട്. ഓക്സിറ്റോസിൻ മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ, ശരിയല്ലേ? ഓക്സിറ്റോസിന് 2 പേരുകളുണ്ട്. ഒന്ന് ബർത്ത് ഹോർമോൺ എന്ന് പറയും, അതുപോലെ മിൽക്ക് ഇജക്ഷൻ. മിൽക്ക് പ്രൊഡക്ഷൻ എന്താണ്? പ്രൊലാക്റ്റിൻ ആണെങ്കിൽ മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ. ഗ്ലൂക്കോഗോൺ ഡിക്രീസ് ബ്ലഡ് ഷുഗർ അല്ല, ഇൻക്രീസ് ബ്ലഡ് ഷുഗർ ആണ്. ഓക്കെ, അത് ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്. അഡ്രിനാലിൻ ഡിക്രീസ് ഹാർട്ട് റേറ്റ് അല്ല, ഇൻക്രീസ് ഹാർട്ട് റേറ്റ് ആണ്. അപ്പൊ നൺ ഓഫ് ദിസ് ഉള്ളൂ അല്ല. സോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ 1 is the right answer. Then ഒരു മാച്ച് ഫോളോയിങ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാമല്ലോ. ഒന്നുകൂടെ നോക്കാം. ഹൈപ്പോതലാമസ് ഉണ്ട്, ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, ടെസ്റ്റിസ് ഉണ്ട്, ഓവറി ഉണ്ട്. എന്തൊക്കെയാണ് വരുന്നത്? ഹൈപ്പോതലാമസിന്റെ എന്ത് വരും ഇതിനകത്ത്? ഹൈപ്പോതലാമസ് ഈസ് ഗൊണാഡോട്രോപിക് ഹോർമോൺ അല്ലെ ഗൊണാഡോട്രോപിക് റിലീസിംഗ് ഹോർമോൺ. ഗൊണാഡോട്രോപിക് ഹോർമോൺ പിറ്റ്യൂട്ടറിയുടെ അതിന്റെ റിലീസിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസിന്റെ. അപ്പോ A is equal to 5. ഇനി അടുത്തത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയോ? ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് 2 ഹോർമോൺ ആണ്, FSH ഉം LH ഉം. അതായത് എന്ത് പറയും നമ്മള് ഇതിന് നമ്മള്
ഗൊണാഡോട്രോപിക് ഹോർമോൺ എന്നല്ലേ പറയാ. അപ്പൊ ബി ഈസ് ഈക്വൽ ടു 3 വരണം. പിന്നെ എന്താ ഉള്ളത്? ടെസ്റ്റിസ്. ടെസ്റ്റിസിന്റെ ജോലി എന്താ? ടെസ്റ്റിസ് വിൽ പ്രൊഡ്യൂസ് ആൻഡ്രോജൻ. സോ സി ഈസ് ഈക്വൽ ടു എന്ന് വരും. ടെസ്റ്റിസ് വിൽ പ്രൊഡ്യൂസ് ആൻഡ്രോജൻ, ദാറ്റ് ഈസ് 4. പിന്നെ ഓവറി എന്താ ചെയ്യുക? ഓവറി പ്രൊജസ്ട്രോൺ നമുക്ക് കൊടുക്കാം. കാരണം റിലാക്സിനേക്കാൾ കൂടുതൽ റിലാക്സിൻ ലേറ്റർ സ്റ്റേജിൽ ഉണ്ടാകും. പക്ഷേ പ്രൊജസ്ട്രോൺ ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് അത് കൊടുക്കാം. ആ ഓപ്ഷൻ വരും. അപ്പൊ എന്താ? 5, 3, 4, 2. ഏതാ വരിക? 5, 3, 4, 2. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓർ 1 is the right answer for this question. Okay, good. Select the correctly matched pair. മക്കളെ, ഈ ക്വസ്റ്റ്യനിൽ ഒരുപാട് ഇങ്ങനെ ചെയ്താൽ മാത്രം നമുക്ക് എൻറ്റയർ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 2 ചെറിയ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്താത്ത കൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ട. ഒന്നും നിങ്ങൾ എന്നെ വിചാരിക്കരുത്. കാരണം പരമാവധി നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പൈനിയൽ ഗ്ലാൻഡ് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്നുള്ളത് തെറ്റാണ്. ദെൻ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ഓക്സിറ്റോസിൻ അല്ല, പ്രൊജസ്ട്രോൺ ആണ്, നിങ്ങൾക്കറിയാം. ഇന്റർസ്റ്റീഷ്യൽ സെൽ എറിത്രോപോയറ്റിക് അല്ല, ദേ പ്രൊഡ്യൂസ് ആൻഡ്രോജൻ ആണ്. കോളിസിസ്റ്റോക്കിനിൻ CCK എന്ന് പറയില്ലേ? CCK സ്റ്റിമുലേറ്റ് ദ പാൻക്രിയാറ്റിക് എൻസൈം സെക്രീഷൻ. കറക്റ്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് സെക്രീറ്റിൻ ആൻഡ് CCK. ദീസ് ആർ ദ 2 ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ഡോഡിനൽ വാൾ. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ലീക്ക് ചെയ്യുന്ന അസിഡിറ്റിയെ ന്യൂട്രലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 ഹോർമോണുകൾ. അതിൽ CCK സ്റ്റിമുലേറ്റ് ദ പാൻക്രിയാറ്റിക് എൻസൈം സെക്രീഷൻ ആൻഡ് ആക്ട് ഓൺ ദ ഗോൾ ബ്ലാഡർ ഓൾസോ. സോ 4 is the right answer. Which of the following hormone? 2 more. വെറും 2 ക്വസ്റ്റ്യൻ ഇവിടെ മാത്രം. Okay. Which of the following hormone do not act by second messenger system? മക്കളെ, നിങ്ങൾക്കറിയാം ദ ഹോർമോണൽ ആക്ഷൻ നോക്കുമ്പോൾ ഒരു ഹോർമോൺ ആക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന്റെ റിസപ്റ്റർ വേണം. ആ റിസപ്റ്റേഴ്സ് 2 സ്ഥലത്തുണ്ട്. അതായത് പ്രോട്ടീൻ ഹോർമോൺ, ഇത് നോട്ട് ചെയ്യുക, പ്രോട്ടീൻ ഹോർമോൺ ആണെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആയിരിക്കും. കാരണം മെംബ്രെയിൻ്റെ ഉള്ളിലൂടെ കടന്നു വരാനുള്ള കഴിവ് അതിനില്ല. എന്നാൽ അതേ സമയത്ത് സ്റ്റിറോയിഡ് ഹോർമോൺ ആണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ സെല്ലിന്റെ ഉള്ളിലുള്ള റിസപ്റ്റേഴ്സിനെയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പം മെംബ്രെയിന്റെ മേലുള്ള റിസപ്റ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത് പ്രോട്ടീൻ ഹോർമോണും, അതേ സമയത്ത് സെല്ലിന്റെ ഉള്ളിലുള്ള റിസപ്റ്ററിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് സ്റ്റിറോയിഡ് ഹോർമോണുമാണ്. അപ്പം മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആവുമ്പോൾ എന്തായാലും എന്ത് ചെയ്യണം? അതിനെ ക്യാരി ചെയ്യാൻ ഒരു സെക്കൻഡ് മെസ്സഞ്ചറിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സൈക്ലിക് AMP, കാൽഷ്യം, ഇനസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെക്കൻഡ്, ഇത് പ്രത്യേകം പഠിക്കുക. സൈക്ലിക് AMP ആക്ട് ആസ് എ സെക്കൻഡ് മെസ്സഞ്ചർ എന്നൊക്കെ നിങ്ങൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കൂ, ഡു നോട്ട് ആക്ട് ബൈ സെക്കൻഡ് മെസ്സഞ്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ അത് സ്റ്റിറോയിഡ് ഹോർമോൺ ആയിരിക്കണം. ഓക്കെ. GH ഗ്രോത്ത് ഹോർമോൺ ആണ്. ICSH അറിയോ? മെയിലില് LHന്റെ മറ്റൊരു പേരാണ് ICSH, ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതായത് മെയിലിൽ മാത്രം LHനെ പറയുന്ന മറ്റൊരു പേരാണ് ICSH. എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് അഡ്രിനാലിൻ ആണ്, അല്ലേ? പിന്നെ ഈസ്ട്രോജൻ ആണ് ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ. സോ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അവര് സെല്ലിന്റെ ഉള്ളിലുള്ള റിസപ്റ്റേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള 3 പേരും മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. And the last question of the zoology section today. According to the accepted concept of hormone action, if receptor molecules are removed from target organ, then the target organ will. Receptors remove ചെയ്തെന്ന് വിചാരിക്കുക ടാർഗറ്റഡ് ഓർഗാനിൽ നിന്ന്. എന്ത് സംഭവിക്കും? The targeted organ will continue to respond to the hormone without any difference. No response to the hormone. Continue to respond to the hormone but will require higher concentration. Continue to respond to the hormone but in the opposite way. What is the answer here? മക്കളെ, നിങ്ങൾക്ക് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഹോർമോൺ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു റിസപ്റ്റർ വേണ്ടേ? ആ റിസപ്റ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. സോ നോ റെസ്പോണ്ട് ടു ദ ഹോർമോൺ എന്നാണ്. ഹോർമോൺ ആക്ട് ചെയ്യണമെങ്കിൽ റിസീവ് ചെയ്യാൻ റിസപ്റ്റർ വേണം. അപ്പൊ ആ റിസപ്റ്ററിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നോ റെസ്പോണ്ട് ടു ദ ഹോർമോൺ. Okay, so 2 is the right answer for this question. Okay, now
നമ്മൾ സുവോളജിയുടെ സെക്ഷൻ കഴിയാണ്. ഇനി നിങ്ങൾക്ക് ബോട്ടണി ഒരു സെക്ഷൻ കൂടി ഉണ്ട്. ബോട്ടണിയുടെ ആ സെക്ഷൻ ആണ് ലാസ്റ്റ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ എ ഗുഡ് എക്സാം ടുമാറോ. ജീവിതത്തിൽ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട, വളരെ മെമ്മറബിളായ, പോസിറ്റീവായിട്ട് മെമ്മറബിളായ ഒരു ഡേ ആവട്ടെ നാളെ. അതായത് ജൂലൈ 17, 2021 നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സന്തോഷകരമായ ഒരു ദിവസമായിട്ട് ആശംസിച്ചു നമ്മൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഇതുവരെ നിങ്ങൾ കേട്ടിരുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓക്കെ, we are going to wind up the zoology section is followed by the botany section. Okay, thank you very much. ഹായ് മക്കളെ, വെരി ഗുഡ് ഈവനിങ്. നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി കണ്ടുമുട്ടാൻ പോവാണ്. ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ചാപ്റ്റർ ഓഫ് biology. The entire biology marathon is finishing up. The last and the final chapter. Okay, are you ready? അപ്പൊ നമ്മുടെ കലാശക്കൊട്ടിലേക്ക് കടക്കാൻ പോവാണ്. ഇന്നത്തെ 7 മണിക്ക് തുടങ്ങിയ മെഗാ മാരത്തോണിന്റെ കലാശക്കൊട്ടിലേക്ക് പോകാൻ പോവാണ്. സോ are you ready? Are you ready? Are you ready? So the final chapter of the entire biology. നാളത്തെ എക്സാം നമ്മൾ പൊളിച്ചെടുക്കണം. നാളെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചരിത്രം മാറും. കാരണം ആദ്യത്തെ യഥാർത്ഥ മലയാളിയായിട്ട് നിങ്ങൾ മാറും. 720-ൽ 720 വാങ്ങുന്ന ആദ്യത്തെ ബേസിക് മലയാളി നിങ്ങളായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ചാപ്റ്റർ. That is environmental issues. ഇപ്പൊ നമ്മുടെ മാരത്തോണിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ദ ലാസ്റ്റ് ചാപ്റ്റർ ഗോസ് ടു എൻവയൺമെന്റൽ ഇഷ്യൂസ്. നമ്മുടെ ബയോളജിയിലെ +2 ടെക്സ്റ്റിലെ അവസാനത്തെ ചാപ്റ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, സോ 5:20 നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. നാളെ ഈ സമയം നിങ്ങൾ എക്സാമിനേഷന്റെ അവസാനത്തെ ടൈമിലായിരിക്കും. 5:20 ആവുമ്പോൾ നമ്മുടെ ഈ ലൈവും അവസാനിക്കും. നാളെ ഈ സമയത്ത് നിങ്ങളുടെ എക്സാമിനേഷൻ അവസാനിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ പൂൾ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം, ദ ഗ്രാൻഡ് ഫിനാലെ. The first question. നോക്ക, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആൻഡ് പൊല്യൂഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാന്നുള്ള ആദ്യത്തെ ചോദ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻസർ വരട്ടെ. The first question goes to ഏതാ? എയർ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് നിലവിൽ വന്ന വർഷം. വേഗം വരട്ടെ, ആൻസർ വരട്ടെ. 1981 is the right answer. 1981. Okay, let's move to the next question. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് precipitate that is ESP എന്തിനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ 4 ഓപ്ഷൻസിൽ ചിന്തിക്കാൻ ഒന്നും പോകണ്ട. 99.9% ഉണ്ട്, 99% ഉണ്ട്. You have to go for the C option. കണ്ട, 99% exhaust particulate matter present in the exhaust from a thermal power plant. അവ ഇത് തെറ്റണ്ട. C is the right answer. വീണ്ടും അടുത്ത ചോദ്യം. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലെ അടുത്ത പേജിലേക്ക് കയറുമ്പം നമുക്ക് വരുന്ന ചോദ്യം ഇതായിരിക്കാം. സ്ക്രബ്ബർ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയൽ പ്ലാന്റിൽ എന്തിനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്ന ചോദ്യം നാളെ ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് നിങ്ങൾ എടുക്കുക? ആദ്യത്തെ ഓപ്ഷൻ തന്നെ നോക്കാം. ഒരു സ്ക്രബ്ബർ സൾഫർ ഡയോക്സൈഡിനെയാണ് റിമൂവ് ചെയ്യുക. മറക്കണ്ട, അതിന് മുകളിലേക്ക് വാട്ടർ അല്ലെങ്കിൽ ലൈം വെച്ച് സ്പ്രേ ചെയ്താൽ വാട്ടർ ആൻഡ് ലൈം വെച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ എന്ന് ചോദിച്ചാൽ ഗ്യാസസ് ലൈക്ക് സൾഫർ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാനാണ് മക്കളെ ഈ പറയുന്ന സ്ക്രബ്ബർ എന്ന് പറയുന്നത്. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ വണ്ടിയുടെ ഉള്ളിൽ സംഭവിച്ച കാര്യത്തിലേക്കാണ് കയറാൻ പോകുന്നത്. ഇൻ വെഹിക്കിൾസ് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ മൈലേജ് കൂട്ടാനാണോ? അല്ല. കാർബൺ ഡയോക്സൈഡ് കാർബണേറ്റ്സ് ആണോ? അല്ല. ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ലെഡ് മിക്സ്ഡ് പെട്രോൾ ആണോ? അല്ല. അങ്ങനെയെങ്കിൽ ഏതായിരിക്കും ഇതിന്റെ ശരിയായ ആൻസർ? ദ ആൻസർ ഗോസ് ടു ദ ഫോർത്ത് വൺ.
കാർബൺ ഡയോക്സൈഡിനെ കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റാനും നൈട്രസ് ഓക്സൈഡിനെ നൈട്രജൻ ഗ്യാസ് ആക്കി മാറ്റാനും ചെയ്യുന്നതാണ് ആര് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ചെയ്യുന്ന ജോലി. നാളെ ഈ ചോദ്യമാണോ നിങ്ങളുടെ മുമ്പിലുള്ളത്? നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം നോക്കാം. The goal according to the roadmap to reduce യൂറോനോംസ് പ്രകാരം സൾഫറിന്റെ കണ്ടന്റ്. അപ്പൊ അവിടെ കൃത്യമായിട്ട് എന്തുണ്ടാവണം? കൃത്യമായിട്ട് അവിടെ യൂറോ അഥവാ ഭാരത് സ്റ്റേജ് എന്ന് കൃത്യമായിട്ട് അവിടെ ഉണ്ടാവണം. അപ്പൊ ഭാരത് സ്റ്റേജിന്റെ നോംസ് പ്രകാരം എങ്ങനെ സൾഫറിന്റെ കണ്ടന്റ് എത്രയായിട്ട് കുറയ്ക്കണം എന്നാണ് നമ്മുടെ NCERT-ൽ കൊടുത്തിരിക്കുന്നത്. ഒരു സംശയമില്ല. 42 ആണോ 150 ആണോ അതോ 50 parts per million ആണോ? വരട്ടെ, ആൻസർ വരട്ടെ. അവസാന മൊമെന്റിലുള്ള ചോദ്യമാണ്. ആർക്ക് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് നോക്കുക. സൾഫറിന്റെ കണ്ടന്റ് പെട്രോളിലും ഡീസലും രണ്ടിലും, പെട്രോൾ ആൻഡ് ഡീസൽ രണ്ടിലും എടുക്കുകയാണെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് കുറയ്ക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട. It's 50 parts per million. 50 parts per million. ഒരു സംശയവും വേണ്ട. 50 parts per million is the right answer. വീണ്ടും നമ്മൾ അടുത്ത വാട്ടർ പൊല്യൂഷനിലേക്ക് കയറാൻ പോവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കയറാൻ പോവാണ്. നമ്മുടെ ജലാശയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസാക്കിയ വാട്ടർ പ്രിവെൻഷൻ കൺട്രോൾ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാന്നാണ് നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം. ഇപ്പൊ വർഷം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ വർഷങ്ങൾ നോക്കുക. 74 is the right answer. So let's move to the first one. Water Prevention and Control Pollution Act. Water Prevention and Control Act in 1974 is the right answer. അപ്പൊ ഈ ഒരു വർഷത്തിന്റെ കണക്ക് മറക്കരുത്. Environmental Protection Act 1986, എയർ പൊല്യൂഷൻ ആക്ട് 81, അത് അമെൻമെന്റ് നടത്തി 87-ൽ എന്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? നോയ്സ് പൊല്യൂട്ടന്റ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ടർ പ്രിവെൻഷൻ കൺട്രോൾ ആക്ട് 1974. ഈ വർഷങ്ങളൊക്കെ ഓർത്തിരുന്നോളൂ, എല്ലാം ഓർത്തിരുന്നോളൂ. ദ ലാസ്റ്റ് ചാപ്റ്ററിലാണ് സൂസനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. നാളെ BOD-യുടെ ഫുൾ ഫോം വന്നു കഴിഞ്ഞാൽ ബിരിയാണി എനിക്ക് നേരത്തെ ഓഫർ ചെയ്തിട്ടുണ്ട്. ജോണിമോനെ കാണാനില്ല. ഏതായാലും ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നിങ്ങൾക്ക് ചോദ്യമായിട്ട് വന്നാൽ ഈ ചോദ്യത്തിൽ നിങ്ങൾ എന്തെടുക്കുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. നോക്കൂ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്തിന്റെ മെഷർ ആണെന്നാണ് ചോദ്യം. ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇൻഡസ്ട്രി എന്ന് വരുന്ന വേസ്റ്റ് ജലാശയത്തിലേക്ക് തള്ളുന്നതന്നെയാണോ, അതോ ജലാശയം എന്തുമാത്രം പൊല്യൂട്ടഡ് ആയി എന്നാണോ, അതോ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? It's not out the extent of which the water is polluted with organic compounds. ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വസ്തുക്കൾ വന്ന് ജലാശയം എന്തുമാത്രം പൊല്യൂട്ടഡ് ആയി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. Here comes the Neet 2022. Here comes the Neet 2022. Here comes. മാർക്ക് ചെയ്തു വെച്ചോ മക്കളെ, മാർക്ക് ചെയ്തു വെച്ചോ. ടീച്ചറിന്റെ വാക്കാണ്. നോക്കാം. ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് അറ്റ് ദ സക്സസീവ് ട്രോഫിക് ലെവൽസ്. ഓരോ ട്രോഫിക് ലെവലിലും വിഷാംശം അടിഞ്ഞ് കൂടുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇറ്റ്സ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ അഥവാ ബയോമാഗ്നിഫിക്കേഷൻ. ഇതിന്റെ കൂടെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഓരോ ട്രോഫിക് ലെവലും മുകളിലോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ബയോമാഗ്നിഫിക്കേഷന്റെ കോൺസെൻട്രേഷൻ കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ നോക്കുക. കൂടി വരികയാണ്. ഇൻക്രീസസ്. ഓരോ ട്രോഫിക് ലെവൽ കഴിയുമ്പോഴും കൂടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ the first one is the right answer. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. ബയോമാഗ്നിഫിക്കേഷൻ occurs due to toxic chemical accumulated by the organism. ചോദ്യം ശ്രദ്ധിച്ചു നോക്കാം. ബയോമാഗ്നിഫിക്കേഷൻ occurs
എങ്ങനെയാണ് ഈ ബയോമാഗ്നിഫിക്കേഷൻ സംഭവിക്കുന്നത് എന്നതാണ് ചോദ്യം വരുന്നത്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നോക്കുക. cannot be metabolized. That's correct. That's correct. Can be metabolized. തെറ്റ്. cannot be excreted. ശരി. can be excreted. തെറ്റ്. അങ്ങനെയെങ്കിൽ ശരിയായ ആൻസർ എ വരില്ലേ then സി വരില്ലേ. both എയും വരും സിയും വരും. So the right choice goes to A and C as the correct answer. അപ്പൊ ബയോമാഗ്നിഫിക്കേഷനിൽ നിന്നും ബന്ധപ്പെട്ട് ഒരു ചോദ്യം നിർബന്ധമായും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഓർത്തിരിക്കുക. A for aims പിടിച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന the most problematic aquatic weed ഏതാണ് ആ കള? ലോകത്തിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആരവൻ ടെറർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന ഇവന്റെ പേരെന്ത്? നത്തിങ് ബട്ട് ഐക്കോർണിയ ക്രാസിപ്പസ്. ഈ പേരും കൂടെ മറന്നു പോവരുത്. ബംഗാൾ ഗുണ്ട ടെറർ ഓഫ് ബംഗാൾ. ഇവനെ മറക്കരുത്. അപ്രതീക്ഷിതമായി നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം ഈ കാണുന്നത്. അപ്രതീക്ഷിതമായി വേണമെങ്കിൽ വരാം. ചോദ്യം ഇതാണ്. ഹരിയാന കിസാൻ വെൽഫെയർ ക്ലബ് വാസ് ക്രിയേറ്റഡ് ബൈ. ആരും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം. ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പതറിപ്പോവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഒരു സംശയമില്ല. അഹമ്മദ് ഖാൻ ഗോസ് ടു പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ കാര്യങ്ങളാണ് അഹമ്മദ് ഖാൻ വന്നത്. രമേശ് ചന്ദ്ര ദാഗർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇദ്ദേഹമാണ് ഓർഗാനിക് ഫാമിംഗുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഹരിയാന കിസാൻ വെൽഫെയർ ക്ലബ്ബ് സ്ഥാപിച്ചത്. Is it correct? Let's move to the next question. അടുത്ത ചോദ്യം നോക്കാം. Which are the following pairs of gases is responsible for greenhouse effect? നോക്കുക ചോദ്യം. ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണെന്നാണ് ചോദ്യം. ഈ 4 പേരിൽ കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് 4 പേരിലെ മക്കളെ ഏതൊക്കെയാ ഈ 4 പേര്? ഏറ്റവും ആദ്യം നമ്മൾ ആരെ എടുക്കണം? കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു, ശരിയല്ലേ? അടുത്തതാരിയ മീഥെയിൻ എടുത്തു. ദെൻ അടുത്തതാര CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ. അടുത്തത് വരട്ടെ N2O. ഇതിന്റെ പെർസെന്റേജ് നോക്ക്. കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? 60%. CH4 എത്രയാ? 20%. 14% for CFC. Then the last N2 എത്ര വന്നു? N2O 6%. So go for the most suitable answer. The answer goes to carbon dioxide and methane. Carbon dioxide and methane is the main theme. അപ്പൊ ഇത് ഓർത്തിരിക്കുക. എങ്ങനെ ഓർത്തിരിക്കണം? CCCN. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കയറാണ്. ഗുഡ് ഓസോണും ബാഡ് ഓസോണും, മികച്ച നല്ല ഓസോണും ഉണ്ട്, ചീത്ത ഓസോണും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഗുഡ് ഓസോൺ ബാഡ് ഓസോൺ എവിടെയാണ് കാണുന്നത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. നല്ലവനായ ഓസോൺ എവിടെ? ഒരു സംശയവുമില്ല, അത് സ്ട്രാറ്റോസ്ഫിയറിലാണ് നല്ലവനായ ഓസോൺ. അപ്പോൾ ചീത്തവൻ എവിടെയാ ക്രൂരൻ? ട്രോപ്പോസ്ഫിയറിലാണ് ബാഡ് ഓസോൺ കാണുക. സംശയിക്കേണ്ട, ഈ ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. വേറൊരു പ്രതിസന്ധി നിറഞ്ഞ ചോദ്യത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ക്ലോറോ ഫ്ലൂറോ കാർബണ് എന്ത് എഫക്റ്റ് ആണ് ഓസോണിലുള്ളത്? ക്ലോറോ ഫ്ലൂറോ കാർബണ് എന്ത് ഇഫക്റ്റ് ആണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ എടുക്കാം. ദ ഓപ്ഷൻ ഗോസ് ടു ക്ലോറിൻ ആറ്റം. കണ്ട, ഉണ്ടായ ക്ലോറിൻ ആറ്റം കാറ്റലിസ്റ്റുകളായിട്ട് ആക്ട് ചെയ്യും, കോസിംഗ് ദ ഡീഗ്രഡേഷൻ ഓഫ് ദ ഓസോൺ. ഇപ്പൊ CFCയിലെ ഏത് ആറ്റമാണ് ഓസോണെ ബ്രേക്ക് ചെയ്യുന്നത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട, ദ ആൻസർ ഗോസ് ടു ക്ലോറിൻ ആറ്റം. നോ ഡൗട്ട്. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കയറാണ്. നോക്കൂ മക്കളെ, ഹ്യൂമൻ ആയി കോർണിയ UVB റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യും. അമിതമായ UVB റേഡിയേഷൻസ് എന്ത് സംഭവിക്കും? ഇൻഫ്ലമേഷൻ ഓഫ് ദ കോർണിയ, സ്നോ ബ്ലൈൻഡ്നസ്, കാറ്ററാക്ട്, തിമിരം സംഭവിക്കും, പെർമനന്റ്ലി ഡാമേജ് ദ കോർണിയ. ഇതെല്ലാം വരും. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു all the above. D for doctor, no doubts. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക്. So wait for this question. Maybe
for NEET 2022. Maybe. NEET 22-ൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇവനാണെങ്കിലോ സ്നോ ബ്ലൈൻഡ്നസ് ആരാണ്? അന്റാർട്ടിക് റീജിയണിൽ ഇവൻ ഉണ്ടാവാനുള്ള കാരണം ഒരു സംശയവുമില്ല. സ്നോ ബ്ലൈൻഡ്നസ് ഉണ്ടാവാനുള്ള കാരണം ഇൻഫ്ലമേഷൻ ഓഫ് കോർണിയ ഡ്യൂ ടു ദ ഹൈ ഡോസസ് ഓഫ് UVB റേഡിയേഷൻ. കണ്ട, അമിതമായ UVB റേഡിയേഷൻസ് നമ്മുടെ കോർണിയെ ഇൻഫ്ലമേഷനിലേക്ക് എത്തിച്ചു. അപ്പൊ സ്നോ ബ്ലൈൻഡ്നസ് കയ്യിൽ നിന്നും പോവരുത്. 2022-ൽ നാളെ 5:20 പേപ്പർ കൊടുക്കാൻ പോകുമ്പോൾ ഇതുണ്ടാവുമോ ഇല്ലയോ എന്ന് നോക്കാം. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോകോൾ, ഏത് പ്രോട്ടോകോൾ ആണ് ക്ലോറോഫ്ലൂറോ കാർബൺ ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യുന്ന ക്ലോറോഫ്ലൂറോ കാർബൺസിന്റെ എമിഷനെ കുറയ്ക്കാൻ വേണ്ടി കാനഡയിലെ മോൺട്രിയലിൽ വെച്ച് ഒപ്പിട്ട ട്രീറ്റി ഏതാണ് മക്കളെ? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഏത് വർഷമാണ് ഇത് സൈൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ 1987 എന്ന വർഷത്തെ മറക്കരുത്. 1987 മറക്കരുത് മക്കളെ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്? ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ, മോസ്റ്റ് ഓഫ് ദ ഫോറസ്റ്റ് ഹാവ് ബീൻ ലോസ്റ്റ് ഇൻ ട്രോപ്പിക്കൽ ഏരിയാസ്. ശരിയല്ലേ? അത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. അടുത്ത് നോക്കുക, ഓസോൺ ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഇസ് ഹാർംഫുൾ ടു ആനിമൽസ്. തെറ്റ്. അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ഗുഡ് ഓസോൺ ആണ്. ലോവർ പാർട്ടിലാണ് ഹാർംഫുൾ ആയിട്ട് മാറുന്നത്. അപ്പൊ അത് ശരിയോ തെറ്റോ? അത് തെറ്റായ ഓപ്ഷനാണ് ടീച്ചറെ, അത് തെറ്റായ ഓപ്ഷനാണ്. അങ്ങനെയെങ്കിൽ ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു 2 is the answer. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കൊണ്ടുപോവാണ്. ഗ്ലോബൽ വാർമിങ്ങിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? റെഡ്യൂസിങ് റീഫോറസ്റ്റേഷൻ കുറച്ചാൽ ഗ്ലോബൽ വാർമിംഗ് കൂടുതൽ ചെയ്യാം. ഇൻക്രീസിങ് ഡീഫോറസ്റ്റേഷൻ തെറ്റ്. വീണ്ടും ഇൻക്രീസിങ് ഡീഫോറസ്റ്റേഷൻ, വനം വെട്ടിക്കളയാനാ പറയുന്നത്. തെറ്റ്. ഇതെല്ലാം തെറ്റ്. അപ്പൊ ശരിയായ ഓപ്ഷൻ ഏതിലേക്ക് വന്നു? ഡീഫോറസ്റ്റേഷനെ കുറയ്ക്കുക, കട്ടിംഗ് ഡൗൺ ഓഫ് ഫോസിൽ ഫ്യൂൽ. ഇതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? സോ 4 is the right answer. നാളെ ഈ സമയത്ത് നീറ്റ് അവസാനിപ്പിക്കാൻ പോവാണ്, നമ്മളും അവസാനിക്കാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ ലൈവും അവസാനിക്കാൻ പോവാണ്. ഷാർപ്പ് 5:20 the last and the final question of today's marathon live. The final question. നമ്മുടെ NCERTയിലെ അവസാനത്തെ പേജിലെ അവസാനത്തെ ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഏത് അവാർഡാണ് മക്കളെ ഇൻഡിവിജ്വൽസിനോ കമ്മ്യൂണിറ്റീസിനോ റൂറൽ ഏരിയാസിൽ നിന്നും വരുന്ന എക്സ്ട്രാ ഓർഡിനറി കറേജ് കാണിക്കുന്ന ഫോർ പ്രൊട്ടക്ടിങ് വൈൽഡ് ലൈഫ്? വിച്ച് ഈസ് ദാറ്റ് അവാർഡ്? ഈ അവാർഡ് ആരുടെ പേരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഭൂമിയിലെ ആദ്യത്തെ ഡീഫോറസ്റ്റേഷനെതിരെ പോരാടിയ ആദ്യത്തെ വ്യക്തി നമ്മുടെ സ്വന്തം അമൃതാദേവി. തന്റെ 3 പെൺകുഞ്ഞുങ്ങളെ ഈ ഒരു വനനശീകരണത്തിനെതിരെ പോരാടിയതിന് ജീവൻ കൊടുക്കേണ്ട വന്ന അമൃതാദേവിയുടെ ഓർമ്മയ്ക്കായി ഈ ചോദ്യം കൂടെ വെച്ചിട്ട് നമ്മുടെ ഈ ലൈവ് അവസാനിപ്പിക്കാൻ പോവാണ്. അമൃതാദേവി ബിഷ്ണോയ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്. മേ ബി ഇതാണോ നാളത്തെ ഒരു ചോദ്യം എന്ന് സംശയിക്കാം. നീറ്റ് 2022-ൽ ഈ ഒരു ചോദ്യം നാളെ നിങ്ങൾക്ക് ഉണ്ടാവുമോ ഇല്ലയോ? ഞാൻ ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. ഉണ്ടാവുമോ ഇല്ലയോ എന്നാലോചിക്കാം. സോ ദാറ്റ് ഫിനിഷസ് our marathon live. So all the best, good luck for your examination. So NEET 2022-ൽ ഈ ഡോക്ടറിന്റെ കയ്യിലുള്ള ഈ സ്റ്റെത്ത് നാളെ എക്സാമിനേഷൻ കഴിഞ്ഞ് ഇതേ സമയം ഷാർപ്പ് 5:20 കഴിയുമ്പോഴേക്കും ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ കൈവശം ഉണ്ടാകണം.
നാളേക്ക് ശേഷം ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഇത് നിങ്ങൾക്കുള്ള എക്സാമിനേഷൻ ആണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടെ വേണം നാളെ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ഒരു ഡൗട്ടും വേണ്ട. Tomorrow is your day only. Okay, so try hard, try for the best, try for the maximum question. Okay, so മറക്കണ്ട, നാളെ കൃത്യം 2 മണിക്ക് ആരംഭിക്കുന്ന എക്സാമിനേഷൻ 5:20 അവസാനിക്കും. നാളെ ഈ സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫ് ഡിറ്റർമിൻ ചെയ്യപ്പെടും എന്ന് നിങ്ങൾ ആലോചിക്കാം. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഈ ഡയഗ്രത്തിൽ, ഈ പിക്ചറിൽ കാണുന്ന സ്റ്റെപ്പ് നാളെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ്. സോ ഇത്രയും നേരം ഈ 2000 പേരിലധികം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവും. സോ വി ആർ വിത്ത് യു. സോ താങ്ക് യു ഓൾ. താങ്ക് യു. நேரத்துல வீரங்கள் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா?